Hello everyone, good morning. നമ്മുടെ ഇന്നത്തെ വീഡിയോസിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഫിസിക്സ് ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇന്ന് 9 to 9 നമുക്ക് കണ്ടിന്യൂസ്ലി ഫിസിക്സ് പഠിക്കാം അല്ലേ. അപ്പോൾ ഏകദേശം ഒരു 2 അവർ സെഷൻ വെച്ചിട്ട് ടീച്ചേഴ്സ് മാറി മാറി വരും. അപ്പോൾ ഞാനിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഓരോ ഈ ഒരു പാർട്ടിൽ ഓരോ 2 മണിക്കൂർ സെഷൻസിലും ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, അതുപോലെ റൊട്ടേഷണൽ ഡൈനാമിക്സ്. മെക്കാനിക്സിലെ അടുത്തടുത്ത് വരുന്ന 3 ചാപ്റ്റേഴ്സാണ് ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ ആൻഡ് റൊട്ടേഷണൽ ഡൈനാമിക്സ്, സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. നിങ്ങൾക്കറിയാം ഈ ടോപ്പിക്കുകളുടെ പ്രത്യേകത ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ലോസ് ഓഫ് മോഷൻ എന്നായാലും വർക്ക് എന്നായാലും റൊട്ടേഷൻ എന്നായാലും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഇതിന് പിന്നാലെ വരുന്ന ടോപ്പിക്കുകളിലെല്ലാം ഇതിൻ്റെ ആവശ്യം വരുന്നുണ്ട് അല്ലേ. ആ ലോസ് ഓഫ് മോഷൻ്റെയും വർക്കിൻ്റെയും റൊട്ടേഷൻ്റെയും ഒക്കെ കോൺസെപ്റ്റ്സ് ഇതിൻ്റെ പിന്നാലെ വരുന്ന ടോപ്പിക്കുകളിലെല്ലാം നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഇതിന് പിന്നാലെ വരുന്ന പ്രോബ്ലംസ് ചെയ്യാനും എല്ലാം ഇതിലെ കോൺസെപ്റ്റ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നും നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ല, എന്നാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അല്ല. നമുക്ക് സാധാരണ രീതിയിൽ പ്രതീക്ഷിക്കാവുന്ന ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്തു പോകണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു പോകുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. എന്ന് പറയുമ്പോൾ തിയറി ഡയറക്റ്റായിട്ട് നമ്മൾ വായിച്ച് പഠിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. നമ്മളിവിടെ പ്രോബ്ലംസ് ചെയ്തു പോകുമ്പോൾ ആ തിയറി കോൺസെപ്റ്റ് അല്ലെങ്കിൽ തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ആവശ്യം അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ തിയറിയുടെ അണ്ടർലൈങ് പ്രിൻസിപ്പിൾസ് നമ്മുടെ മനസ്സിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഇംപ്രിൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടെയൊക്കെ നമ്മളപ്പോൾ റിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും, പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന പ്രോസസ്സും അതിൻ്റെ കൂടെ തന്നെ നടന്നു പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്തു പോവുക. മാക്സിമം ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് മിക്കവാറും ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് എക്സാമിന് വരുന്നതും അല്ലേ. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ട് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് ആയിട്ട് ഇതുവരെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ വളരെ കുറവേ ഏതൊരു എക്സാമിനും ചോദിക്കാറുള്ളൂ, എക്സെപ്റ്റ് മേ ബി JEE Advanced. ഓക്കെ, അപ്പോൾ JEE Mainൽ നമ്മൾ കാണുന്ന പലപ്പോഴും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു ഫെമിലിയാരിറ്റി ഒക്കെ തോന്നും. ആ ഫെമിലിയാരിറ്റി ബിൽഡ് ചെയ്യുന്നത് അത് ഒരിക്കലും അങ്ങനെ തന്നെ സംഭവിക്കുന്നൊരു കാര്യമല്ല. ഈ ഫെമിലിയാരിറ്റി ബിൽഡ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് പ്രിപ്പയർ ചെയ്യുന്നത് കാരണം നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് ആ ഫെമിലിയാരിറ്റി ഉള്ളത്. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് കാണുമ്പോൾ നമുക്കറിയാം ലോസ് ഓഫ് മോഷനിലെ ക്വസ്റ്റ്യൻ ആണ്. 2 blocks are connected by a spring. The combination is suspended at rest from ceiling as shown. The string breaks suddenly. Immediately after the string breaks, what is the initial downward acceleration of the upper block of mass 2m? ഇവിടെ 2 masses ഉണ്ട്, 2m, m, they are suspended. ഇവിടെ ഒരു string ഉണ്ട്, there is a spring over here. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ആ സ്പ്രിങ്ങിൽ എത്ര ഫോഴ്സ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്, അതായത് ഈ സ്പ്രിങ്ങിൽ ഇപ്പോൾ എത്ര ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ താഴെയുള്ള ബ്ലോക്കിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ ആ ബ്ലോക്കിനെ മുകളിലേക്ക് സ്പ്രിംഗ് ഫോഴ്സ് പിടിച്ച് വലിക്കുന്നുണ്ട്, താഴേക്ക് അതിൻ്റെ വെയിറ്റ് ഉണ്ട്. ഓക്കെ, മനസ്സിലാക്കുക. താഴേക്ക് വെയിറ്റ് ഉണ്ട്, മുകളിലേക്ക് സ്പ്രിംഗ് ഫോഴ്സ് ഉണ്ട്. അതേ സ്പ്രിംഗ് ഫോഴ്സ് 2m താഴേക്ക് പിടിച്ച് വലിക്കും. ഓക്കെ, ഇവിടെ സ്ട്രിങ്ങിൽ ടെൻഷൻ ഉണ്ട്, ഇവിടെയും ഉണ്ട് ടെൻഷൻ. അപ്പോൾ ആ സ്പ്രിംഗ് ഫോഴ്സിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ മനസ്സിലായി. സ്പ്രിംഗ് ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് mg. അപ്പോൾ ഈ സ്പ്രിംഗ് ഫോഴ്സ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ബ്ലോക്ക് ബിലോ ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 2m ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ, ഇഫ് യു ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് 2m ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്, താഴേക്ക് അതിൻ്റെ വെയിറ്റ് 2mg. പിന്നെ സ്പ്രിംഗ് ഫോഴ്സ് ഉണ്ടല്ലേ, സ്പ്രിങ് ആ 2m താഴെയാണ് സ്പ്രിങ് ഉള്ളത്. അപ്പോൾ സ്പ്രിങ് 2m താഴേക്ക് പിടിച്ച് വലിക്കും. ശരിയല്ലേ? ഇനി ആ 2m മുകളിൽ സ്ട്രിങ് ഉണ്ട്. അപ്പോൾ സ്ട്രിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ ഉണ്ട്. ആ ടെൻഷൻ 2m മുകളിലേക്ക് പുള്ള് ചെയ്യാണ്. സോ അണ്ടർ ദീസ് ഫോഴ്സസ് 2m ഇസ് ഇൻ ഇക്വിലിബ്രിയം. 2m ഇപ്പോൾ എന്താണ്? ഇക്വിലിബ്രിയത്തിലാണ്, മുകളിലേക്കോ താഴേക്കോ ഒന്നും പോകുന്നില്ല. എന്നാൽ പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ജസ്റ്റ് ആഫ്റ്റർ ദി സ്ട്രിങ് ഇസ് സ്നാപ്ഡ്,
ആ സ്ട്രിങ് പൊട്ടുന്ന ആ ഒരു മൊമെൻറ്റിൽ പെട്ടെന്ന് ആ ടെൻഷൻ അങ്ങ് സീറോ ആകും അല്ലേ. നേരത്തെ അവിടെ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ ടെൻഷൻ അങ്ങ് സീറോ ആയി, ആ സ്ട്രിങ് അങ്ങ് പൊട്ടിപ്പോയി അല്ലേ. അപ്പോൾ ആ ടെൻഷൻ ആയിരുന്നു താഴേക്കുള്ള FS+2mg ബാലൻസ് ചെയ്യുന്നത്, മുകളിലേക്കുള്ള ടെൻഷൻ ആയിരുന്നു. പക്ഷേ ആ ടെൻഷൻ ഇപ്പോൾ അങ്ങ് ഇല്ലാതായി, സ്ട്രിങ് പൊട്ടിപ്പോയി. സ്ട്രിങ് പൊട്ടിപ്പോയാൽ ടെൻഷൻ ബിക്കംസ് സീറോ, ശരിയല്ലേ. അപ്പോൾ ആ ടെൻഷൻ അങ്ങ് സീറോ ആയാൽ പിന്നെയുള്ളത് ഈ താഴേക്കുള്ള രണ്ട് ഫോഴ്സാണ്. അപ്പോൾ താഴേക്ക് ടോട്ടൽ ഫോഴ്സ് താഴേക്കാണെങ്കിൽ എന്തായാലും ഒരു ആക്സിലറേഷൻ താഴേക്ക് കാണും, ശരിയല്ലേ. ആർക്ക് 2mൻ്റെ ആക്സിലറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2mന് ഒരു ആക്സിലറേഷൻ താഴേക്കുണ്ട്. അപ്പോൾ എത്രയാണ് ആക്സിലറേഷൻ എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. താഴേക്കുള്ള ടോട്ടൽ ഫോഴ്സ് FS+2mg ഡിവൈഡഡ് ബൈ 2m. എപ്പോഴും ശ്രദ്ധിക്കണം, ഈ സ്ട്രിങ് പൊട്ടിയെന്ന് വിചാരിച്ച് സ്പ്രിംഗ് ഫോഴ്സ് ഉടനെ ചേഞ്ച് ചെയ്യില്ല. സ്പ്രിംഗ് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്പ്രിങ്ങിൻ്റെ ഇലോങ്ങേഷനെയാണ്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ഇലോങ്ങേഷൻ മാറാൻ സമയമെടുക്കും. അപ്പോൾ ആ പൊട്ടുന്ന ആ ഒരു മൊമെൻറ്റിൽ സ്പ്രിംഗ് ഫോഴ്സ് പഴയ വാല്യൂ തന്നെ ആയിരിക്കും. സ്പ്രിംഗ് ഫോഴ്സ് ഇമ്പൾസീവായിട്ട് ചേഞ്ച് ചെയ്യുന്ന, ഇമ്മീഡിയറ്റ്ലി ചേഞ്ച് ചെയ്യുന്ന ഒരു ഫോഴ്സ് അല്ല. FS+2mg, FSൻ്റെ വാല്യൂ നമുക്കറിയാം mg ആണ്, +2mg ഡിവൈഡഡ് ബൈ 2m. ഓക്കെ, ദാറ്റ് ഈസ് 3mg ഡിവൈഡഡ് ബൈ 2m. എത്രയാണ് ആൻസർ? 3g/2 എന്നുള്ളതാണ് ആൻസർ വരിക. ഓക്കെ, 3g/2 ഓപ്ഷൻ 2. That is the first question that we have discussed. നിങ്ങൾക്ക് പരിചയമുള്ള ക്വസ്റ്റ്യൻ ആണ്, ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. A 10 kilogram monkey is climbing a massless rope attached to a 15 kilogram mass over a tree limb. Mass is lying on the ground. In order to raise the mass from the ground, he must climb with. Okay, fine. അപ്പോൾ ഇതൊരു ട്രീ ലിംബ്, ലെറ്റ്സ് കൺസിഡർ ഇറ്റ് ആസ് എ പുള്ളി. അതിൻ്റെ മുകളിലൊരു സ്ട്രിങ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. ആ സ്ട്രിങ്ങിൻ്റെ ഒരറ്റം ഒരു 15 കിലോഗ്രാം ബ്ലോക്കിൽ കണക്റ്റഡ് ആണ്. ഈ 15 കിലോഗ്രാം ബ്ലോക്ക് താഴെ ഗ്രൗണ്ടിൽ വെച്ചേക്കാണ്. എന്നിട്ട് ആ റോപ്പിലൂടെ ഒരു മങ്കി മുകളിലേക്ക് കയറുകയാണ്, ഒരു കുരങ്ങൻ അതുവഴി മുകളിലേക്ക് കയറുകയാണ്. ഓക്കെ, വിത്ത് ആൻ ആക്സിലറേഷൻ A. അപ്പോൾ മിനിമം എത്ര ആക്സിലറേഷനിൽ മുകളിലേക്ക് കയറിയാൽ ഈ ബ്ലോക്കിനെ ഇവിടെ നിന്ന് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാമെന്നാണ് ചോദ്യം. ഇൻ ഓർഡർ ടു റേസ് ദി മാസ് ഫ്രം ദ ഗ്രൗണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഈ മങ്കി മുകളിലേക്ക് കയറുമ്പോൾ ഈ സ്ട്രിങ്ങിൽ ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. അതേ സ്ട്രിങ് തന്നെയാണ് ഇവിടെ, മാസ്ലെസ് ഐഡിയൽ സ്ട്രിങ് ആണ്. സോ സെയിം ടെൻഷൻ ഇവിടെയും ആക്ട് ചെയ്യും. If this tension is sufficient to lift the block, അത് മുകളിലേക്ക് വരും അല്ലേ. So condition, this tension has to be for lifting the block. ഈ ബ്ലോക്ക് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ടെൻഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ടെൻഷൻ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദിസ് 15 കിലോഗ്രാം. 15 കിലോഗ്രാമിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 150 ന്യൂട്ടൺ. 150 ന്യൂട്ടനേക്കാളും കൂടുതലോ ഈക്വലോ ആണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ ജസ്റ്റ് ലിഫ്റ്റ് ആവും, അതായത് ജസ്റ്റ് കോണ്ടാക്ട് വിടും എന്നേ ഉള്ളൂ. അവിടെ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ 150 ന്യൂട്ടനോ അതിൽ കൂടുതലോ ആയിട്ടുള്ള ടെൻഷൻ അതിൽ ഡെവലപ്പ് ചെയ്യണം. ഇനി ആ ടെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. ഫോർ ദാറ്റ് we are going to draw the free body diagram of the monkey. മങ്കിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. മങ്കിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ടെൻഷനാണ്, താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മങ്കിയുടെ വെയിറ്റ് ആണ്. മങ്കിയുടെ വെയിറ്റ് വേറെയാണ്, അതിന് നമുക്ക് സ്മോൾ m × g എന്ന് വിളിക്കാം. ദാറ്റ് ഇസ് 100 ന്യൂട്ടൺ. മങ്കിയുടെ ആക്സിലറേഷൻ A ആണല്ലോ. അപ്പോൾ ലോസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്താൽ, ഇഫ് യു അപ്ലൈ ദി സെക്കൻഡ് ലോ ഓഫ് മോഷൻ, total force acting on it is T minus mg. Total force acting on the monkey is T minus mg. അപ്പോൾ എന്താണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത്? നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ. നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ T നമുക്ക് കിട്ടുന്നത് T ഇസ് ഈക്വൽ ടു mg പ്ലസ് ma എന്നാണ്, ഓർ m ഇൻറ്റു g പ്ലസ് a. ഇനി ഇത് ലിഫ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താ? ദിസ് ടെൻഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 150 ന്യൂട്ടൺ അല്ലേ. ദിസ് ടെൻഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 150 ന്യൂട്ടൺ. സോ m × g + a ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 150 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്.
അല്ലേ? T should be greater than or equal to 150. അപ്പോൾ M എത്രയാണ്? 10 കിലോഗ്രാം. ജിയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 10 എന്ന് എടുക്കാം. 10 പ്ലസ് A greater than or equal to 150. അപ്പോൾ 10 ക്യാൻസൽ ആകും. 10 പ്ലസ് A is greater than or equal to 15 or A should be greater than or equal to 15 minus 10, 5 meter per second square. Okay, അപ്പോൾ monkey എന്ത് ചെയ്യണം? It should climb upwards with an acceleration that is greater than 5 meter per second square. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 തന്നെയാണ്. It should climb upwards. It should climb upwards with an uniform acceleration greater than 5 meters per second square. Okay അല്ലേ? I hope that is clear. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. പെട്ടെന്ന് വളരെ പെട്ടെന്ന് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമുക്ക് ലെറ്റ്സ് ട്രൈ ടു കവർ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. പരമാവധി ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ നോക്കാം. 2 blocks A and B with masses 4 kg and 6 kg respectively are connected by a stretched spring of negligible mass as shown in the figure. When the 2 blocks are released simultaneously, the initial acceleration of B is given. The acceleration of A is what we have to find. So this is A and this is B. അപ്പോൾ ഈ സ്പ്രിങ് സ്ട്രെച്ച്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഡയഗ്രത്തിൽ നിന്ന് അത് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഒന്ന് മനസ്സിലാക്കാം. ഇത് ബി ആണ്, ഇത് എ ആണ്. ബിയുടെ ആക്സിലറേഷൻ ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്, ടുവേർഡ്സ് വെസ്റ്റ് ആണ്. ഇത് വെസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആ സ്പ്രിങ് ബീനെ ലെഫ്റ്റിലേക്ക് വേറെ ഫോഴ്സസ് ആരും ഇല്ലല്ലോ, സ്പ്രിങ് ബീനെ ലെഫ്റ്റിലേക്ക് പിടിച്ച് വലിക്കുകയാണ്. ഓക്കെ, സ്പ്രിങ് ബീനെ ലെഫ്റ്റിലേക്ക് പിടിച്ച് വലിക്കുകയാണ്. അതിൻ്റെ അർത്ഥം സ്പ്രിങ് സ്ട്രെച്ച്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേ സ്പ്രിങ് ഫോഴ്സ് എയിൽ ആക്ട് ചെയ്യും. പുള്ളിങ് ഫോഴ്സ് ആണ്, പുള്ളിങ് ഫോഴ്സ് സ്ട്രെച്ച്ഡ് ആകുമ്പോൾ അത് പുള്ളിങ് ഫോഴ്സ് ആണ്. അതേ ഫോഴ്സ് എയിൽ ആക്ട് ചെയ്യും. പക്ഷേ എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ടുവേർഡ്സ് റൈറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എയുടെ ആക്സിലറേഷൻ ഇറ്റ് വിൽ ബി ടുവേർഡ്സ് റൈറ്റ്. എയുടെ ആക്സിലറേഷൻ എങ്ങോട്ടായിരിക്കും? ഇറ്റ് വിൽ ബി ടുവേർഡ്സ് റൈറ്റ്. കാരണം എന്താ? ബിക്കോസ് ഇറ്റ് ഈസ് എക്സ്പീരിയൻസിങ് എ ഫോഴ്സ് ടുവേർഡ്സ് റൈറ്റ്. അപ്പോൾ ടുവേർഡ്സ് ഈസ്റ്റ് ആയിരിക്കും വരിക. അപ്പോൾ എനിവേ ആ എഫ് എസ് എങ്ങനെ കണ്ടുപിടിക്കുക? എഫ് എസ് വി കൻ സേ ബിയിൽ ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ എ ബി ആണ്. സോ മാസ് ഓഫ് ബി ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ബി അല്ലേ? അപ്പോൾ എഫ് എസ് എത്രയാണ്? മാസ് ഓഫ് ബി 6 കിലോഗ്രാം ആണ്. 6 ഇൻറ്റു 1.5 ദാറ്റ് ഈസ് 9 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ അതേ ഫോഴ്സ് തന്നെയാണ് എയിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹൗ ഡു യു ഫൈൻഡ് ദി ആക്സിലറേഷൻ ഓഫ് എ? ആക്സിലറേഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് എ അല്ലേ? ഫോഴ്സ് ബൈ മാസ് അല്ലേ? ഫോഴ്സ് ആക്ടിങ് ഓൺ എ എന്ന് പറയുമ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് അല്ലേ? ഫോഴ്സ് ആക്ടിങ് ഓൺ എ എന്ന് പറയുമ്പോൾ എന്താണ്? സ്പ്രിംഗ് ഫോഴ്സ് ആണ്. ദാറ്റ് വി ഗോട്ട് ഇറ്റ് ആസ് 9 ന്യൂട്ടൺ. 9 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് എ 4 കിലോഗ്രാം ആണ്. 9/4 ഇസ് 2.25 മീറ്റേഴ്സ് പെർ സെക്കൻഡ് സ്ക്വയർ. എങ്ങോട്ടാണ്? ടുവേർഡ്സ് റൈറ്റ്, അതായത് ടുവേർഡ്സ് ഈസ്റ്റ്. 2.25 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഈസ്റ്റ് വേർഡ്സ് എന്നാണ് നമുക്ക് കിട്ടുക. കുഴപ്പമില്ലല്ലോ. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 3. അടുത്തതിലേക്ക് പോകാം. നമുക്ക് സമയം കളയാതെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് വേറെ രീതിയിലും ചെയ്യാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സിലറേഷൻ 0 ആണെന്നുള്ള ഐഡിയ ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്. യു ക്യാൻ ട്രൈ ഇറ്റ് ആഫ്റ്റർ ദിസ്. An object is acted upon by 3 forces. All the 3 forces have exactly same magnitude. 2 of these forces are perpendicular and the third one acts at an angle as shown. No other forces act on this object. Which of the following is true? Okay, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഒബ്ജക്റ്റിൽ 3 ഫോഴ്സസ്, 3 ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഫോഴ്സസ് ആണ് അല്ലെ? ഓൾ ദ ഫോഴ്സസ് ഹാവ് എക്സാക്ട്ലി സെയിം മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നുണ്ട്. അപ്പം അതിൽ 2 ഫോഴ്സ് ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഒരു ഫോഴ്സ് ഇങ്ങനെയാണ്, അടുത്തത് താഴേക്ക്. ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്. എഫ് എഫ്. ഓക്കെ, മൂന്നാമത്തെ ഒരു ഫോഴ്സ് ഇറ്റ് ഈസ് ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ. എത്രയാണ് ആംഗിൾ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അതിനും വി ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ്. സെയിം മാഗ്നിറ്റ്യൂഡ് ആണ് അതിനും ഉള്ളത്. അപ്പോൾ നോക്കുക, ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ദിസ് പാർട്ടിക്കിൾ ടു റിമൈൻ അറ്റ് റെസ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ദ പാർട്ടിക്കിൾ ടു റിമൈൻ അറ്റ് റെസ്റ്റ്. You cannot answer this question without knowing the value of theta. Fourth one, you cannot answer this question without knowing both the value of angle theta and the magnitude of the forces F. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്താണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് തോന്നുന്നത്? അപ്പോൾ ബോഡിക്ക് റെസ്റ്റിലിരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. റെസ്റ്റിലിരിക്കാൻ പറ്റണമെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലായിരിക്കണം. അതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കണം അല്ലേ? ബോഡി റെസ്റ്റിലിരിക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ ഇക്വിലിബ്രിയം. ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഷുഡ് ബി 0. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് 0 ആവണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. 3 ഐഡൻറ്റിക്കൽ ഫോഴ്സസിൻ്റെ ടോട്ടൽ
ഫോഴ്സ് 0 ആവണമെങ്കിൽ, ടോട്ടൽ റിസൾട്ടൻ്റ് 0 ആവണമെങ്കിൽ അവർ 120 ഡിഗ്രി ആംഗിളിൽ വേണം ആക്ട് ചെയ്യാൻ, അല്ലേ? 120 ഡിഗ്രി ആംഗിളിൽ വേണം ആക്ട് ചെയ്യാൻ. ഇവിടെ അങ്ങനെയല്ലല്ലോ. അപ്പോൾ ദാറ്റ് മീൻസ് ദ പാർട്ടിക്കിൾസ് കനോട്ട് സ്റ്റേ അറ്റ് റെസ്റ്റ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ ആലോചിച്ച് നോക്കാം. ഈ എഫിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് എത്രയാണ്? ഈ എഫും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് എത്രയാണ്? √2f, അല്ലേ? എഫും പരസ്പരം പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് അവരുടെ റിസൾട്ടൻ്റ് എത്രയാണ്? √2f. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് 0 ആവണമെങ്കിൽ ഈ √2f ക്യാൻസൽ ചെയ്യണം. √2f ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്ക് √2f തന്നെ വേണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. പക്ഷെ ഇവിടെ ആകെ എഫ് അല്ലേ ഉള്ളൂ. എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സിന് ഏത് ആംഗിളിൽ ആക്ട് ചെയ്താലും √2f ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, അല്ലേ? എഫ് എന്ന് പറയുന്ന ഫോഴ്സിന് ഏത് ആംഗിളിൽ ആക്ട് ചെയ്താലും √2f ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ഫോർ ദ പാർട്ടിക്കിൾ ടു സ്റ്റേ ഇൻ ഇക്വിലിബ്രിയം. ഈ കേസിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ദ പാർട്ടിക്കിൾ കനോട്ട് സ്റ്റേ ഇൻ ഇക്വിലിബ്രിയം. വി ഡോണ്ട് നീഡ് ടു നോ ദ വാല്യൂ ഓഫ് തീറ്റ. നമുക്ക് തീറ്റയുടെ വാല്യൂ അറിയേണ്ട കാര്യം ഒന്നും ഇല്ല. So it is not possible for the particle to remain at rest. That is question number 4. അല്ലേ? ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയം നിങ്ങൾ കാര്യമാക്കരുത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓരോ പോയിന്റും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ ശ്രമിക്കും. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ എഴുതുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. വളരെ കുറച്ച് സമയം ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ എടുക്കുകയുള്ളൂ. പക്ഷേ അത്യാവശ്യം ഒരു ലോജിക്കലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം. ഈ ഒരു ചോദ്യം നോക്കാം. 3 blocks of identical masses are connected by strings as shown in the figure. The whole system is accelerated to the right on a frictionless horizontal surface by a horizontal force. The net force acting on the middle block. ഈ ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് സിമ്പിളാണ്. എങ്ങനെയാണ്? ഒരു സ്മൂത്ത് ഫ്രിക്ഷൻലെസ് സർഫസ് ആയതുകൊണ്ട് തന്നെ 3 പേർക്കും they are connected by strings, അല്ലേ? So they are constrained to move with the same acceleration. 3 പേർക്ക് ഒരേ ആക്സിലറേഷൻ ആയിരിക്കും. ആൻഡ് ദാറ്റ് ആക്സിലറേഷൻ വിൽ ബി, ആക്സിലറേഷൻ എത്രയായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്, അല്ലേ? ആക്സിലറേഷൻ എത്രയാണ്? ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്, F/3m. അപ്പോൾ 3 പേർക്ക് ഒരേ ആക്സിലറേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മിഡിൽ ബ്ലോക്ക്? What is the net force acting on the middle block? ഏത് ബ്ലോക്ക് ആണെങ്കിലും ടോട്ടൽ ഫോഴ്സ് നെറ്റ് ഫോഴ്സ് ആണ്. സ്ട്രിങ്ങിലുള്ള ടെൻഷൻ ഒന്നും അല്ല ചോദിച്ചിരിക്കുന്നത്. നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മിഡിൽ ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? മാസ് ഓഫ് ദാറ്റ് ബ്ലോക്ക് ഇൻടു ആക്സിലറേഷൻ, അല്ലേ? മാസ് ഓഫ് ദാറ്റ് ബ്ലോക്ക് ഇൻടു ആക്സിലറേഷൻ, ദാറ്റ് ഇസ് മാസ് m ഇൻടു ആക്സിലറേഷൻ ഇസ് F/3m. m will get cancelled. What we are going to get is F/3. Simple. See, അല്ലേ? F/3 എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ 4. നെറ്റ് ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്, സ്ട്രിങ്ങിലുള്ള ടെൻഷൻ അല്ല. ഓക്കെ, അടുത്ത ചോദ്യം. റേഷ്യോ ഓഫ് ആക്സിലറേഷൻ ഓഫ് ദ പുള്ളി ടു ദി ആക്സിലറേഷൻ ഓഫ് ദി ബ്ലോക്ക്. സ്ട്രിങ് ഇസ് ഇൻഎക്സ്റ്റൻസിബിൾ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇങ്ങനെയാണുള്ളത്, അല്ലേ സിറ്റുവേഷൻ? അപ്പോൾ നമുക്ക് നോക്കാം. പുള്ളിക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ട്. പുള്ളിയുടെ ആക്സിലറേഷൻ നമുക്ക് A1 എന്ന് വിളിക്കാം. ബ്ലോക്കിൻ്റെ ആക്സിലറേഷൻ A2. ഇവിടെ നമുക്ക് ഏത് കോൺസെപ്റ്റ് ഉപയോഗിക്കാം? വി ക്യാൻ യൂസ് ദി ഐഡിയ ഓഫ് കൺസ്ട്രെയിൻസ്. സിഗ്മ T ഡോട്ട് A ഇസ് ഈക്വൽ ടു 0 എന്നുള്ള കൺസ്ട്രെയിൻറ്റ് റിലേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സ്ട്രിങ്ങിൽ ടെൻഷൻ ഉണ്ടാകും. ഇവിടെ ഒരു ടെൻഷൻ ഉണ്ട് T. ഈ പുള്ളിയിൽ തിരിച്ച് ടെൻഷൻ ഉണ്ടാകും TT. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ ബ്ലോക്ക് നോക്കുമ്പോൾ ബ്ലോക്കിൽ ടെൻഷൻ റൈറ്റിലേക്കാണ്. ആ ബ്ലോക്കിനുണ്ടാവുന്ന ആക്സിലറേഷൻ A2 റൈറ്റിലേക്ക്. ഈ പുള്ളി നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയിൽ സ്ട്രിങ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ലെഫ്റ്റിലേക്ക് ഒരു T ഉണ്ട്, ഇവിടെ ഒരു T ഉണ്ട്. അതിൻ്റെ ആക്സിലറേഷൻ ടുവേർഡ്സ് റൈറ്റ് ആണ്, A1 ആണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ സിഗ്മ T ഡോട്ട് A, ടെൻഷൻ്റെയും ആക്സിലറേഷൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ്. ഇവിടെ എത്രയാണ്? ടിയുടെയും A2ൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ്? TA2. ഇവിടെ ടെൻഷൻ 2T ആണ്, ആക്സിലറേഷൻ A1 ആണ്. അപ്പോൾ 2T is towards left and acceleration is towards right. Okay, 2T is towards left and acceleration is towards right. Opposite direction ആയതുകൊണ്ട് minus 2T into A1 is equal to 0. Minus 2T into A1 is equal to 0. Rearrange ചെയ്താൽ A2 is equal to 2A1 എന്ന് കിട്ടും. Okay, or A1 by A2. Acceleration of the pulley to the acceleration of the block. A1 by A2 തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. A1 by A2 is equal to 1:2. A1 by A2 is equal to 1:2 or 0.5. Option 1, question number 6.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A body of mass 1 kilogram starts from rest and moves under the acceleration of a force which delivers a power to the body which varies with time according to the relation P is equal to 3t square by 2. Find the velocity of the body at the end of 4th second. ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് പവർ ആണ് തന്നിട്ടുള്ളത്. വർക്ക് എനർജി പവറിലെ ക്വസ്റ്റൻ ആണ്. വി ഹാവ് ബീൻ ഗിവൻ ദ പവർ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ഇൻസ്റ്റന്റേനിയസ് പവർ ഇസ് ഗിവൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. Instantaneous power is given as a function of time. Find the velocity of the body at the end of 4th second. Okay, velocity ആണ് കണ്ടുപിടിക്കേണ്ടത് at the end of 4th second. So we need to find the relation between velocity and the time. Velocity time relation ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ പവറിന് ഇൻസ്റ്റന്റേനിയസ് പവറിന്റെ എക്സ്പ്രഷൻ എന്താണ്? ഇറ്റ് ഇസ് എഫ് ഇൻറ്റു വി അല്ല എഫ് ഇൻറ്റു വി ഇസ് ഈക്വൽ ടു 3t square by 2. F can be written as mass into acceleration into v is equal to 3t square by 2. Again we have variable a യും v യും വേറെ വേരിയബിൾസ് ആണ്. അപ്പോൾ നമുക്ക് ആക്സിലറേഷനെ dv by dt എന്ന് എഴുതാം, വെലോസിറ്റിയുടെ ടേംസിൽ എഴുതാം. ഇൻറ്റു v is equal to 3t square by 2. Mass is 1 kilogram. അപ്പോൾ m ന് പകരം 1 എന്നിട്ട് കൊടുക്കാം. And if we proceed that way, we are going to get v into dv is equal to 3t square by 2 dt. v dv is equal to 3t square by 2 dt. Then now we have a relation between dv and dt. Now let's integrate this. Integrate here. Integral v dv is equal to 3 by 2 integral t square dt. Time varies from 0 to we have to, okay, let's integrate from 0 to t, then we can find. The body starts from rest, so initial velocity is 0. ഇപ്പോൾ velocity സമയം കഴിയുമ്പോൾ velocity v ആണെങ്കിൽ v dv യുടെ ഇന്റഗ്രൽ എന്താണ്? v square by 2 is equal to 3 by 2 into t square dt യുടെ ഇന്റഗ്രൽ എന്താണ്? from 0 to t, t cube by 3. 2 cancel ആയി, 3 cancel ആയി. v is equal to t raised to 3 by 2. ശരിയല്ലേ? v is equal to t raised to 3 by 2. വെലോസിറ്റി അറ്റ് ദ എൻഡ് ഓഫ് 4th സെക്കൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ t is equal to 4 എന്നിട്ട് കൊടുത്താൽ t equals 4 എന്നിട്ട് കൊടുത്താൽ what we are going to get, v is equal to 4 raised to 3 by 2. ഓക്കെ, 4 raised to 3 by 2 എന്ന് പറയുമ്പോൾ 4 raised to 1 by 2 the whole cube. 4 raised to 1 by 2 എത്രയാണ്? 2 cube എത്രയാണ്? 8. പക്ഷെ ഇവിടെ 8 എന്നുള്ള ഓപ്ഷൻ ഇല്ല. സോ വി ക്യാൻ സേ നൺ ഓഫ് ദീസ് ഇസ് ദി ആൻസർ. Okay, I hope that is clear. കുഴപ്പമില്ലല്ലോ, മിസ്റ്റേക്ക് ഒന്നും ഇല്ലാന്ന് കരുതുന്നു. You can note it down or you can take a screenshot or you can solve it along with me. Everything is fine. Okay, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. So we can say, we can look at question number 8. Okay, it's a direct question. F ഉം v യും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. What is the instantaneous power? ഒന്ന് ചെയ്ത് നോക്കിയേ, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും അല്ലേ? F is given as a vector, v is also given as a vector. The instantaneous power. അപ്പോൾ നമുക്കറിയാം instantaneous power is nothing but the dot product of force and velocity. ജസ്റ്റ് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. 60 into 2 120, 15 into -4 -60, -3 into 5 -15. ശരിയല്ലേ? അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക? ഇറ്റ് ഇസ് 60 - 15. 60 - 15 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 45 വാട്ട്സ്. ഓപ്ഷൻ 2 വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. Okay, next one. Two springs of spring constants 1500 Newton per meter and 3000 Newton per meter effectively are stretched with the same force. They will have potential energy in the ratio. അതായത് spring constants തന്നിട്ടുണ്ട്. We have been given the spring constants. We have to find the ratio of their potential energies. If it is given that they are stretched by the same force. Same force ആണ് രണ്ടിനും.
അപ്പോൾ ഇവിടെ ആദ്യത്തേതിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ആദ്യത്തേതിൽ സ്റ്റോർഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി U1 ഇറ്റ് ഈസ് ഹാഫ് K1 x1 സ്ക്വയർ ഇലോങ്ങേഷൻ x1. U2 is equal to half K2 x2 square. ശ്രദ്ധിക്കണം, they are not stretched by the same amount of elongation. ക്വസ്റ്റനിൽ ഇലോങ്ങേഷൻ സെയിം ആണെന്നോ കംപ്രഷൻ സെയിം ആണെന്നോ ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. ഇലോങ്ങേഷൻ സെയിം ആണ് എങ്കിൽ റേഷ്യോ എടുക്കുമ്പോൾ ഹാഫ് K1/K2 എന്ന് വരും അല്ലേ, K1/K2 എന്ന് വരും. എന്നാൽ ഇവിടെ അവരുടെ സ്ട്രെച്ചിങ് ഫോഴ്സസ് ആണ് സെയിം. അതായത് എന്ത് പറയുന്നുണ്ട്, സ്ട്രെച്ചിങ് ഫോഴ്സസ് സെയിം ആണെന്ന് പറയുന്നുണ്ട്. K1 x1 is equal to K2 x2. സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ K into x ആണല്ലോ. അപ്പോൾ എനിക്ക് x1/x2 is equal to K2/K1 എന്ന് എഴുതാം. x1/x2 is equal to K2/K1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ U1/U2 എഴുതുമ്പോൾ ഇറ്റ് ഈസ് റേഷ്യോ എടുക്കുമ്പോൾ എന്താ വരിക, K1/K2 into x1/x2 the whole square. That is K1/K2 into x1/x2 is K2/K1, right? So square ചെയ്യുമ്പോൾ K2 square by K1 square എന്ന് നമുക്ക് കിട്ടും. K2 ക്യാൻസൽ ചെയ്യാം, K1 ക്യാൻസൽ ചെയ്യാം. So U1/U2 is equal to, ഈ കേസിൽ അപ്പോൾ എന്താണ്, ഇറ്റ് ഇസ് K2/K1. അതായത് ഈക്വൽ ഫോഴ്സ് വെച്ച് ഇലോങ്ങേറ്റ് ചെയ്താൽ പൊട്ടൻഷ്യൽ എനർജിയുടെ റേഷ്യോ എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റൻസിന്റെ ഇൻവേഴ്സ് റിലേഷൻ ആണ് വരുന്നത്. എന്നാൽ ഈക്വൽ എമൗണ്ട് ഇലോങ്ങേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇലോങ്ങേഷൻ സെയിം ആണെങ്കിൽ ജസ്റ്റ് K1/K2 എന്നായിരിക്കും വരിക. കാരണം ഒരേ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ സെയിം ഫോഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ കൂടുതൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഉള്ളത് കുറച്ചേ ഇലോങ്ങേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ K2/K1 ഇറ്റ് ഈസ് ഈക്വൽ ടു, K2 എത്രയാണ് 3000, K1 എത്രയാണ് 1500, 3000/1500 എത്രയാണ്, ഇറ്റ് ഈസ് 2:1. ഓപ്ഷൻ 3, ക്വസ്റ്റ്യൻ നമ്പർ 9. ഓക്കെ അല്ലേ, സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഓർത്ത് വെക്കുക, a body of mass 3 kg moves under the influence of some external force such that its position S as a function of time. Position is given. Work energy power like question ആണ്. Position is given as a function of time. S is equal to 60 cube minus t square plus 1. 60 cube minus t square plus 1. Where S is in meters and t is in seconds. The work done by the force in the first 3 seconds. Work done by the force in the first 3 seconds. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇവിടെ ഇപ്പോൾ നമുക്ക് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് വെലോസിറ്റി. വെലോസിറ്റി V is equal to, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക, 60 ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ഇറ്റ് ഇസ് 18t square minus 2t എന്ന് കിട്ടും. ഇതിനൊന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ ആസ് യു ക്യാൻ സീ ദ പൊസിഷൻ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ക്യൂബ്. ഒരു ക്യൂബിക് ഫംഗ്ഷൻ ആണ്. പൊസിഷൻ ഇസ് എ ക്യൂബിക് ഫംഗ്ഷൻ ഓഫ് ടൈം. അപ്പോൾ പൊസിഷൻ ക്യൂബിക് ഫംഗ്ഷൻ ഓഫ് ടൈം ആണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫോഴ്സ് ഇസ് നോട്ട് ഗോയിങ് ടു ബി എ കോൺസ്റ്റന്റ്. നമ്മളിതിനെ 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ കിട്ടില്ല. അതുകൊണ്ട് F into S എന്നുള്ള സംഗതി ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറെ എന്ത് ചെയ്യാം നോക്കാം. സോ ആദ്യം ഫസ്റ്റ് 3 seconds, അതായത് അറ്റ് t is equal to 0 അതിൻ്റെ വെലോസിറ്റി എന്താണ്, ഇനിഷ്യൽ വെലോസിറ്റി എന്ന് വിളിക്കാം, VI. എത്രയാണ്, t is equal to 0 കൊടുത്താൽ വെലോസിറ്റി 0 എന്ന് കിട്ടും. അറ്റ് t is equal to 3 seconds, 3 seconds കഴിയുമ്പോഴുള്ള വെലോസിറ്റി VF എത്രയാണ്, ഫൈനൽ വെലോസിറ്റി എത്രയാണ്, 18 into 3. 18 into 3 എത്രയാണ്, 3 അല്ല 3 square. 18 into 9 minus 2 into 3, 6. ശരിയാണോ? 18 into 9 എത്രയാണ്, 162 അല്ലേ, 162 minus 6 എത്രയാണ് വരിക, 156 എന്ന് വരും. അതായത് ഫൈനൽ ഇനിഷ്യൽ വെലോസിറ്റി 0യും 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 156 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയും ആയെങ്കിൽ അവിടെ വർക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദ ബോഡി ഇറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. എന്താ അത്, വർക്ക് എനർജി തിയറം. Total work done by all the forces on a body is equal to the change in kinetic energy of the body. So that is equal to half m into Vf square minus initial kinetic energy 0. Change in kinetic energy ആണ് എടുക്കേണ്ടത്, ഫൈനൽ മൈനസ് ഇനിഷ്യൽ ചെയ്താൽ മതിയാവും. So it is half m into Vf square, മാസ് എത്രയാണ്, മാസ് is 3 kg into Vf square 156 into 156. ഓക്കെ, അപ്പോൾ ഇത് എന്ത് വാല്യൂ ആയിരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1.5 ×
ഇൻറ്റു 156 ഇൻറ്റു 156. നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാൻ വലിയ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല ഇത്. ഇനി അങ്ങനെയല്ല, പക്ഷേ ഓപ്ഷൻസ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആൻസർ ഏത് റേഞ്ചിലാണ് വരുന്നതെന്ന്. കാരണം 150 ഇൻറ്റു 150 ചെയ്താൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. 150 ഇൻറ്റു 150 ചെയ്താൽ തന്നെ നമുക്ക് കിട്ടുക 225ഉം 2 സീറോസുമാണ്. അത് നമുക്ക് എന്തായാലും കിട്ടാൻ പോകുന്ന ഒരു 5 ഡിജിറ്റ് നമ്പർ ആയിരിക്കും കിട്ടാൻ പോകുന്നത്, അല്ലേ? ഒരു 5 ഡിജിറ്റ് നമ്പറാണ് കിട്ടുന്നതെന്ന് ഉറപ്പാണ് ഈ കേസിൽ. ഒന്ന് ഓപ്ഷൻസിലേക്ക് നോക്കുക. ഓപ്ഷൻസിൽ 5 ഡിജിറ്റ് നമ്പർ ആയിട്ടുള്ള ഒരെണ്ണേ ഉള്ളൂ. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഇനി അങ്ങനെ വേറെ ഇതിനകത്ത് ഒരു ഡിജിറ്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണമായിരുന്നു. ഈ കേസിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 10. നമ്മൾ 10 ക്വസ്റ്റ്യൻ ചെയ്തു. അരമണിക്കൂർ കൊണ്ട് നമ്മൾ 10 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോഴാണ് ഇത്രയും സമയം എടുക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്വന്തമായിട്ട് എക്സാമിന് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വളരെ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റും. അടുത്തതിലേക്ക് പോവാം. A body starts from rest and acquires a velocity v in time t. The work done on the body in time t, small t, will be proportional to. ശ്രദ്ധിക്കണം. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ ആണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും. അപ്പോൾ ആക്സിലറേഷൻ എത്രയാണ്? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടി. അപ്പോൾ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ വി ആണ്, വി ബൈ ക്യാപിറ്റൽ ടി. ബോഡിയുടെ ആക്സിലറേഷൻ എന്താണ്? ക്യാപിറ്റൽ വി ബൈ ടി. ആക്സിലറേഷൻ വി ബൈ ടി എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഓൺ ദ ബോഡി ഇൻ ടൈം ടി. അപ്പോൾ പറഞ്ഞേ, വാട്ട് ഇസ് വെലോസിറ്റി അക്വയർഡ് ഇൻ ടൈം ടി? അതായത് വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ടി സമയം ഏതെങ്കിലും ഒരു റാൻഡം ടൈം എടുത്താൽ, ടി എന്നുള്ള ഒരു റാൻഡം ടൈം എടുത്താൽ അവിടുത്തെ വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട്? ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ AT അല്ലേ? കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഇസ് AT. A ഇൻറ്റു ടി. എ എത്രയാണ്? ക്യാപിറ്റൽ വി ബൈ ക്യാപിറ്റൽ ടി ഇൻറ്റു സ്മോൾ ടി. അപ്പോൾ വർക്ക് ഡൺ ഇൻ ടൈം ടി. വർക്ക് ഡൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒന്നുകിൽ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ എടുക്കാം, ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എടുക്കുക. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എടുത്താൽ ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0, വി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ഓക്കെ, സോ ഇറ്റ് ഇസ് ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ ആണ്, വി ഓഫ് ടിയുടെ സ്ക്വയർ, ക്യാപിറ്റൽ വി സ്ക്വയർ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടി സ്ക്വയർ. നമ്മളുടെ പ്രൊപ്പോർഷണാലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വി ക്യാൻ സേ ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ക്യാപിറ്റൽ വി സ്മോൾ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടി സ്ക്വയർ. സോ ക്യാപിറ്റൽ വി സ്ക്വയർ സ്മോൾ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടി സ്ക്വയർ. ദാറ്റ് ഈസ് ഓപ്ഷൻ 4, ക്വസ്റ്റ്യൻ നമ്പർ 11. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം നമുക്ക്. Four identical rods are joined end to end to form a square. The mass of each rod is m. The moment of inertia of the square about the median line. Median line അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരു സ്ക്വയർ ഫ്രെയിം ആണ് നമ്മുടെ കയ്യിലുള്ളത്. This is a square frame. എല്ലാത്തിനും ഒരേ ലെങ്ത് ആണ്, ഒരേ മാസ് ആണ്. And the axis is like this. This is the imaginary axis passing through the midpoint of the sides. അപ്പോൾ ഇതിനെ നമുക്ക് 1 എന്ന് വിളിക്കാം. ദിസ് ഇസ് 2, ദിസ് ഇസ് 3, ദിസ് ഇസ് 4. അപ്പോൾ പറഞ്ഞേ, വാട്ട് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഫസ്റ്റ് റോഡ് അബൌട്ട് ദി ആക്സിസ്? ആ റോഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് നമ്മുടെ ആക്സിസ് അല്ലേ? റോഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? ml²/12. അത് തന്നെയാണ് തേർഡ് റോഡിൻ്റെ കേസും. വാട്ട് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ തേർഡ് റോഡ് അബൌട്ട് ദി ആക്സിസ്? That is also ml²/12. What is the moment of inertia of second rod about the axis? ഒന്ന് ആലോചിച്ച് നോക്കുക. സെക്കൻഡ് റോഡ് എന്ന് പറയുമ്പോൾ ആ സെക്കൻഡ് റോഡിലെ എല്ലാ പോയിന്റും, സെക്കൻഡ് റോഡിലെ, അതായത് ഇതാണ് റോഡ്, ഈ റോഡിലുള്ള എല്ലാ പോയിന്റും ആക്സിസ് നിന്ന് l/2 ഡിസ്റ്റൻസിലാണ്. സി, ഈ സെക്കൻഡ് റോഡിലെ എല്ലാ പോയിന്റും ആക്സിസ് നിന്ന് l/2 ഡിസ്റ്റൻസിലാണ്. അപ്പോൾ എല്ലാ പോയിന്റും ആക്സിസ് നിന്ന് ഒരേ ഡിസ്റ്റൻസിലാണെങ്കിൽ, മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? m ഇൻറ്റു ദാറ്റ് ഡിസ്റ്റൻസ് സ്ക്വയർ അല്ലേ? സോ ഇറ്റ് ഇസ് ml²/4. അല്ലെങ്കിൽ ഈ ആക്സിസ് ഈ റോഡിൽ നിന്ന് പാരലാണ്, റോഡിന് പാരലായിട്ടൊരു ആക്സിസ് ഉണ്ട് എങ്കിൽ ഈ രീതിയിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം.
What is I4? I4 is also എല്ലാം L/2 ഡിസ്റ്റൻസിലാണ്. ആക്സിസ് നിന്ന് L/2 ഡിസ്റ്റൻസിലാണ് ഫോറിലുള്ള എല്ലാ പോയിന്റ്സും. സോ ML/2 the whole square, that is also ML square by 4. I1, I2, I3, I4 ഒക്കെ കിട്ടി അല്ലേ. അപ്പോൾ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? I is equal to I1 plus I2 plus I3 plus I4. അപ്പോൾ ആഡ് ചെയ്താൽ 2 ML square by 12 ഉം 2 ML square by 4. സോ 2 ML square by 12 plus 2 ML square by 4. So ഇതിനെ 3 by 6 എന്ന് എഴുതാം. 3 plus 1 4 by 6 ML square, which can be written as 2 by 3 ML square. 4 by 6 ML square, that is equal to 2 by 3 ML square. 2 by 3 ML square ഉണ്ടോ ഇവിടെ? ഇല്ലല്ലേ. So none of these. Option 4, question number 12. ഓക്കെ, അടുത്തതിലേക്ക് വരാം. അടുത്തതും റൊട്ടേഷനുള്ള ക്വസ്റ്റൻ ആണ്. നമ്മളിപ്പോൾ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടാണുള്ളത്. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. 2 thin discs, each of mass m and radius r meter, are attached as shown in the figure to form a rigid body. The rotational inertia of this body about an axis perpendicular to the plane of the disc and passing through its center. ഇപ്പോൾ 2 ഡിസ്ക് ഉണ്ട്, ചേർത്ത് വെച്ചേക്കാണ്, സൈഡ് ടു സൈഡ് ജോയിൻ ചെയ്ത് വെച്ചേക്കാണ്. അതിൽ ഒരു ഡിസ്കിൻ്റെ സെൻറ്ററിലൂടെയാണ് ആക്സസ് പോകുന്നത്, മറ്റേ ഡിസ്കിൽ നിന്ന് മാറിയിട്ട്. അപ്പോൾ ഈ 2 ഡിസ്കിന് നമുക്ക് പേര് കൊടുക്കാം. ദിസ് ഇസ് ഡിസ്ക് 1 അല്ല, പേര് ഓൾറെഡി ഉണ്ടല്ലോ, എയും ബിയും ഉണ്ടല്ലോ, ഫൈൻ. അപ്പോൾ ഞാൻ ആദ്യം IB ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. വാട്ട് ഇസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഡിസ്ക് B അബൌട്ട് ദി ആക്സിസ്? ആ ഡിസ്കിൻ്റെ സെൻറ്ററിലൂടെ പോകുന്ന ആക്സിസ് അല്ലേ, സെൻറ്ററിലൂടെ പോകുന്ന പെർപെൻഡിക്കുലർ ആക്സിസ് ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇസ് MR സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. സെൻറ്ററിലൂടെ പോകുന്ന പെർപെൻഡിക്കുലർ ആക്സിസ് ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇസ് MR സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇനി വാട്ട് ഇസ് IA? എയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? എയുടെ സെൻറ്ററിലൂടെ പോകുന്ന ആക്സിസ് ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇസ് MR സ്ക്വയർ ബൈ 2. എയുടെ സെൻറ്റർ ഓഫ് മാസ് ആക്സിസ് ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ MR സ്ക്വയർ ബൈ 2. പക്ഷേ ആക്സിസ് സെൻറ്ററിലല്ലോ, ആക്സിസ് സെൻറ്ററിൽ നിന്ന് കുറച്ച് ദൂരം മാറിയിട്ടല്ലേ. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ? വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ടു ദി ആക്സിസ്? ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇറ്റ് ഇസ് 2R. ശരിയല്ലേ? അപ്പോൾ 2R വരുമ്പോൾ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്താൽ m into 2R the whole square, that is MR square by 2 plus 4 MR square. ശരിയല്ലേ? അപ്പോൾ അതാണ് IA. നമുക്ക് ടോട്ടൽ ആ സിസ്റ്റത്തിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. സോ ആഡ് ചെയ്താൽ IA പ്ലസ് IB രണ്ടും കൂടെ ആഡ് ചെയ്താൽ MR സ്ക്വയർ ബൈ 2 പ്ലസ് 4 MR സ്ക്വയർ പ്ലസ് MR സ്ക്വയർ ബൈ 2. അപ്പോൾ MR സ്ക്വയർ ബൈ 2 പ്ലസ് MR സ്ക്വയർ ബൈ 2 ഇസ് MR സ്ക്വയർ. MR സ്ക്വയർ പ്ലസ് 4 MR സ്ക്വയർ എത്രയാണ് ആൻസർ? 5 MR സ്ക്വയർ. ഓപ്ഷൻ 4 ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 13. അടുത്തതിലേക്ക് പോയാലോ. 14. A flywheel of mass 50 kilogram and radius of gyration of gyration about its axis of rotation 0.5 meter is acted upon by a constant torque of 12.5 Newton meter. Its angular velocity after 5 seconds. Okay. So ഇവിടെ എന്തൊക്കെയാ ഇൻഫർമേഷൻ? മാസ് തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് ജൈറേഷൻ തന്നിട്ടുണ്ട്. Mass is 50 kilogram, radius of gyration K is 0.5 meter. Mass തന്നിട്ടുണ്ട്, radius of gyration K is 0.5 meter. അപ്പോൾ തന്നെ നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കാം? If radius of gyration is given, നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? We can calculate the moment of inertia. എങ്ങനെ? I is equal to mk square. I is equal to mk square അല്ലേ? So I equals m 50 ആണ്, k square is 0.5 സ്ക്വയർ എത്രയാണ്? 1/4, which is 12.5 kilogram meter square. ഇതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ.
അതിലൊരു കോൺസ്റ്റന്റ് ടോർക്ക് ആക്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. കോൺസ്റ്റന്റ് ടോർക്ക് ഓഫ് 12.5 ന്യൂട്ടൺ മീറ്റർ. സോ ഈ ഫ്ലൈവീൽ എക്സ്പീരിയൻസസ് എ കോൺസ്റ്റന്റ് ടോർക്ക്. അങ്ങനെ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് ആൻ ആക്സിലറേഷൻ ആസ് വെൽ, ആംഗുലർ ആക്സിലറേഷൻ ആസ് വെൽ, അല്ലേ? ഒരു ആംഗുലർ ആക്സിലറേഷൻ ഉണ്ടാവും ആൽഫ എന്ന് പറയുന്ന. അപ്പോൾ വി ക്യാൻ സേ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. അപ്പോൾ ആൽഫ എത്രയാ? ആൽഫ ഇസ് ഈക്വൽ ടു ടോ ബൈ ഐ. 12.5 ഡിവൈഡഡ് ബൈ 12.5, ദാറ്റ് ഇസ് 1 റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, 1 റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ആൽഫ കിട്ടി. കോൺസ്റ്റന്റ് ആംഗുലർ ആക്സിലറേഷൻ ആണ്, അല്ലേ? ഇറ്റ്സ് ആംഗുലർ വെലോസിറ്റി ആഫ്റ്റർ 5 seconds എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിഷ്യലി അത് റസ്സിലാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. So using this equation, omega is equal to omega 0 plus alpha t. Let's assume that initially it is at rest. So omega is equal to alpha t. Alpha എത്രയാണ്? Alpha is 1 radians per second into 5 seconds. So എത്രയാണ്? 5 radians per second. 5 radians per second. Option 2, question number 14. Simple question ആണ്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തതിലേക്ക് വരാം. A spherical ball rolls on a table without slipping. Spherical shell എന്നാക്കാം കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. ബോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഷെല്ലായിട്ട് ഇമാജിൻ ചെയ്യാം. നിങ്ങളത് ഷെല്ലെന്ന് മാറ്റിക്കോളൂ, ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ടാണ്. റോൾസ് ഓൺ എ ടേബിൾ വിത്തൗട്ട് സ്ലിപ്പിംഗ്. റോൾ ചെയ്യാണ്. ഓക്കെ, ദ ഫ്രാക്ഷൻ ഓഫ് ഇറ്റ്സ് ടോട്ടൽ എനർജി അസോസിയേറ്റഡ് വിത്ത് റൊട്ടേഷൻ ഇസ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എനർജിയുടെ എത്ര ഭാഗമാണ് റൊട്ടേഷൻ കാരണം ഉള്ളതെന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ബോഡി റോൾ ചെയ്യാണ്, അല്ലേ? സ്ഫെറിക്കൽ ഷെല്ല്, ഇറ്റ് ഈസ് റോളിങ്. ഇറ്റ് ഈസ് റോളിങ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഇപ്പോൾ പ്യുവർ റോളിംഗ് ആണ്. സ്ഫെറിക്കൽ ഷെല്ല്, അല്ലേ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി എത്രയാണ്? ടോട്ടൽ കൈനറ്റിക് എനർജി നമുക്കറിയാം. ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഓർ ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. What is rotational kinetic energy? Rotational kinetic energy is half I omega square, which can be written as half mv square into k square by r square. ഈ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമുക്കറിയാം. എന്താ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ? നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എഴുതുമ്പോൾ, മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ ആ എം ആർ സ്ക്വയറിന് മുമ്പ് ഒരു നമ്പർ വരാറുണ്ട്, അല്ലേ? മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ ഇപ്പോൾ 1/2 എം ആർ സ്ക്വയർ, 2/5 എം ആർ സ്ക്വയർ, 2/3 എം ആർ സ്ക്വയർ. ആ എം ആർ സ്ക്വയറിന് മുമ്പ് വരുന്ന നമ്പർ ആയിരിക്കും ഈ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഒരു സ്ഫെറിക്കൽ ഷെല്ലിനെ സംബന്ധിച്ചിടത്തോളം, വാട്ട് ഇസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ? കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇസ് 2/3. ഒരു സോളിഡ് സ്ഫിയർ ആയിരുന്നെങ്കിൽ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇസ് 2/5. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇസ് 2/3 എം ആർ സ്ക്വയർ. എനിവേ, നമുക്ക് വേണ്ടത് the total rotational kinetic energy divided by total kinetic energy. എന്താണ്? What fraction of its total energy is associated with rotation? The fraction of total energy associated with rotation. അതായത് rotational kinetic energy divided by total kinetic energy. Rotational kinetic energy divided by total kinetic energy. Ratio എടുക്കുമ്പോൾ എന്താ കിട്ടുക? k square by r square divided by 1 plus k square by r square. k square by r square divided by 1 plus k square by r square. അങ്ങനെ ചെയ്താൽ what is k square by r square? It is 2/3 divided by 1 plus 2/3. That is 2/3 divided by 5/3. 3 cancel ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? We will get 2/5. ഓക്കെ, 2/5 ആണ് നമ്മുടെ ഉത്തരം. Question number 15. അടുത്ത ചോദ്യം. The moment of inertia of a body about a given axle is 1.2 into 10 raised to 1.2 kilogram meter square. Initially the body is at rest. In order to produce a rotational kinetic energy of 1500 joule,
an angular acceleration of 25 radians per second square must be applied on it for a time duration of. Okay. So here what we have been given is moment of inertia is given. I is 1.2 kilogram meter square. Initially it is at rest. And the rotational kinetic energy half I omega square. That is rotational kinetic energy of 1500 joules, 1500 joule rotational kinetic energy അതിനുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഈ 25 radians per second square acceleration, angular acceleration എത്ര സമയം കൊടുക്കണം എന്നാണ്. കുഴപ്പമില്ല. Half I is 1.2 into omega square is equal to 1500. So omega square is equal to 3000 divided by 1.2, or we can say it is 30,000 divided by 12. ഒരു 4 ഉണ്ട് 3 ഉണ്ട് ക്യാൻസൽ ചെയ്താൽ ഇവിടെ എനിക്ക് 4 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 10,000 എന്നും കിട്ടും. 10,000 by 4 എത്രയാണ്? 2,500 ആണ്. ഒമേഗ സ്ക്വയർ 2,500 ആണെങ്കിൽ ഒമേഗ എത്രയാണ്? ഒമേഗ ഇസ് 50 റേഡിയൻസ് പെർ സെക്കൻഡ്. ഓക്കെ, 2,500 റൂട്ട് എത്രയാണ്? 50 റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പോൾ ഇനീഷ്യലി ഇത് റെസ്റ്റ് എന്നാണ്. അപ്പോൾ ആംഗുലർ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദ ടൈം ടേക്കൺ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ ടി. ഇവിടെ ഒമേഗ 0 ആണ്. ഇനിഷ്യലി അത് റെസ്റ്റിലാണ്. സോ ഒമേഗ ഇസ് ഈക്വൽ ടു ആൽഫ ടി. സോ ഒമേഗ 50 റേഡിയൻസ് പെർ സെക്കൻഡ് ഇസ് ഈക്വൽ ടു 25 റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു ടി, ഓർ ടി ഇസ് ഈക്വൽ ടു 50 by 25. എത്രയാണ്? 2 seconds. 50 by 25, it is 2 seconds. Option 2, question number 16. അടുത്തിലേക്ക് പോ അല്ലേ. In the blocks ABC of mass m each have acceleration a1, a2 and a3 respectively. If f1, f2 are external forces of magnitude 2 mg and mg respectively, then 3 കേസസ് തന്നിട്ടുണ്ട്. ഈ 3 കേസിലെയും ആക്സിലറേഷൻ നമ്മൾ കമ്പയർ ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, നോക്കാം നമുക്ക്. ഫസ്റ്റ് കേസിൽ എന്താണ് സിറ്റുവേഷൻ നോക്കാം. ദർ ഇസ് എ പുള്ളിയിൽ ഒരു സ്ട്രിങ് പാസ് ചെയ്യുന്നുണ്ട്. ആ സ്ട്രിങ്ങിൽ നമ്മൾ ഡയറക്റ്റ്ലി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. എത്രയാണ്? 2 mg എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഇവിടെ ആകെയുള്ളത് ഒരു m എന്ന് പറയുന്ന മാസാണ്. അപ്പോൾ അതിന് ഈ സമയത്തുണ്ടാകുന്ന ആക്സിലറേഷൻ ഇറ്റ് ഇസ് a1 ആദ്യത്തെ കേസിൽ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ 2 mg എന്ന് പറയുന്ന ഫോഴ്സ് ഡയറക്റ്റ് ആയിട്ട് എവിടെ അപ്ലൈ ചെയ്യാണ്? 2 mg എന്ന് പറയുന്ന ഫോഴ്സ് ഡയറക്റ്റ് ആയിട്ട് സ്ട്രിങ്ങിൽ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ സ്ട്രിങ്ങിലെ ടെൻഷൻ, ഈ കേസിൽ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ എത്ര തന്നെയാണ്? 2 mg തന്നെയാണ് സ്ട്രിങ്ങിലുള്ള ടെൻഷൻ. ബിക്കോസ് ഡയറക്ട്ലി വി ആർ അപ്ലൈയിങ് എ ഫോഴ്സ് ഓഫ് 2 mg ഓൺ ദ സ്ട്രിങ്. ഒരു സ്ട്രിങ് എടുത്തിട്ട് നമ്മൾ 2 mg ഫോഴ്സ് അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 mg ഫോഴ്സ് കൊടുക്കുകയാണ്. ഓക്കെ, 2 mg ഫോഴ്സ് കൊടുക്കുകയാണ്. അതിനകത്ത് ടി എന്ന് പറയുന്ന ടെൻഷൻ തന്നെ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതേ ടെൻഷൻ ഇവിടെ ആക്ട് ചെയ്യും. സെയിം ടെൻഷൻ വിൽ ആക്ട് ഓവർ ഹിയർ. ഓക്കെ, അപ്പോൾ മുകളിലേക്ക് എത്ര ഫോഴ്സാണ്? 2 mg. താഴേക്ക് എത്ര ഫോഴ്സാണ്? mg. അപ്പോൾ ആക്സിലറേഷൻ a1 എങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചാൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എത്രയാണ്? 2 mg മൈനസ് mg. അൺബാലൻസ്ഡ് ഫോഴ്സ് 2 mg മൈനസ് mg. ഡിവൈഡഡ് ബൈ ആകെ മാസ് m അല്ലേ, ടോട്ടൽ മാസ് m ആണ്. m ക്യാൻസൽ ആവും. സോ 2g മൈനസ് g ആണ്. സോ ആദ്യത്തെ കേസിൽ ആക്സിലറേഷൻ എത്രയാണ്? ആദ്യത്തെ കേസിൽ ആക്സിലറേഷൻ g തന്നെയാണ്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസിൽ m എന്ന് പറയുന്നൊരു മാസ് ഉണ്ട്. ഇവിടെ m എന്ന് പറയുന്ന മാസ് ഉണ്ട്. ആകെ 2m. അപ്പോൾ വെറുതെ കിടക്കുകയാണെങ്കിൽ ഇവർ ആക്സിലറേറ്റ് ചെയ്യില്ല അല്ലേ? രണ്ടുപേരും ആക്സിലറേറ്റ് ചെയ്യില്ല. വേറെ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യില്ല. കാരണം ഇയാളുടെ വെയിറ്റ് mg താഴേക്കുണ്ട്, ഇയാളുടെ വെയിറ്റ് ഒരു mg താഴേക്കുണ്ട്. പക്ഷെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇവിടെ ഒരു എക്സ്ട്രാ mg ഫോഴ്സ് നമ്മൾ താഴേക്ക് കൊടുത്തു. ഇവിടെ എത്ര ഫോഴ്സ് കൊടുത്തു? mg ഫോഴ്സ് താഴേക്ക് കൊടുക്കണം.
ഈ സമയത്ത് ശ്രദ്ധിക്കുക, ഈ സമയത്ത് ഇയാളുടെ ആക്സിലറേഷൻ നമ്മൾ A2 എന്ന് വിളിച്ചാൽ A2 എത്രയായിരിക്കും? ഇവിടുത്തെ അൺബാലൻസ്ഡ് ഫോഴ്സ് എത്രയാണ്? ഇവിടെ 2mg താഴേക്ക് വലിക്കുന്നുണ്ട്, ഇവിടെ mg താഴേക്ക് വലിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടുത്തെ അൺബാലൻസ്ഡ് ഫോഴ്സ് ഇവിടുത്തെ ഫോഴ്സ് 2mg, ഇവിടെ mg. അപ്പോൾ അൺബാലൻസ്ഡ് ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് 2mg മൈനസ് mg ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഈ അൺബാലൻസ്ഡ് ഫോഴ്സ് രണ്ടുപേരെയാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്, എമ്മിനെ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ അൺബാലൻസ്ഡ് ഫോഴ്സ് എമ്മിനെ മാത്രമേ ആക്സിലറേറ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ടോട്ടൽ മാസ് കൂടുതലാണ്, 2m ഉണ്ട്. സോ mg ബൈ 2m, g/2 ആണ് ആക്സിലറേഷൻ. ഓക്കെ, g/2 ആണ് രണ്ടാമത്തെ കേസിൽ ആക്സിലറേഷൻ, g/2. ഇനി ഇഫ് യു ലുക്ക് അറ്റ് ദ തേർഡ് കേസ്, മൂന്നാമത്തെ കേസിൽ ഇവിടെ ഒരു മാസ് ഉണ്ട്, ഇവിടെ ഒരു 2m, ഇവിടെ ഒരു m മാസ്, ഇവിടെ ഒരു 2m മാസ്. ഇതൊരു സിമ്പിൾ ആറ്റ്വുഡ് മെഷീൻ ആണ്, ഇത് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഈ ആക്സിലറേഷൻ A3. ഓക്കെ, ഇത് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഈ കേസിൽ ആക്സിലറേഷൻ എത്രയായിരിക്കും? ഇവിടുത്തെ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ വെയിറ്റ് കാരണം ഉണ്ടാവുന്ന അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. ഇവിടെ mg താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, mg താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ 2mg താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്സിലറേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. അൺബാലൻസ്ഡ് ഫോഴ്സ് എത്രയാണ്? 2mg മൈനസ് mg ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. പക്ഷേ ശ്രദ്ധിക്കുക, m1 പ്ലസ് m2 3m. സോ വാട്ട് വി ഗെറ്റ് ഇസ് g/3. അല്ലെങ്കിൽ വേറെ ഡയറക്റ്റ് ഫോർമുല ഉണ്ട്, m2 മൈനസ് m1 ബൈ m1 പ്ലസ് m2 ഇൻറ്റു g. ഡയറക്റ്റ് ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ ആക്സിലറേഷൻ g/3. ഇവിടെ g, ഇവിടെ g/2, അവിടെ g/3. അപ്പോൾ നമുക്ക് പറയാം ഏറ്റവും വലുത് A1 ആണ്, അത് കഴിഞ്ഞാൽ A2, ഏറ്റവും ചെറുത് A3. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. എന്താണ്, ഇവിടെ m വെച്ചു, ഇവിടെ ഒരു 2mg ഫോഴ്സ് കൊടുത്തു, ഇവിടെ m മാസും ഒരു mg ഫോഴ്സും കൊടുത്തു, ഇവിടെ 2m വെയിറ്റ് തൂക്കിയിട്ടു. ഇവിടെ 2mg ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതും ഇവിടെ 2m എന്ന് പറയുന്ന വെയിറ്റ് തൂക്കിയിടുന്നതും ഒരേ ഇഫക്റ്റ് അല്ലേ എന്ന്? എന്നാൽ ഒരേ ഇഫക്റ്റ് അല്ല. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എല്ലാ കേസിലും അൺബാലൻസ്ഡ് ഫോഴ്സ് സെയിമാ. അൺബാലൻസ് ഫോഴ്സ് സെയിമാ, 2mg മൈനസ് mg, 2mg മൈനസ് mg, 2mg മൈനസ് mg. അൺബാലൻസ് ഫോഴ്സ് സെയിം ഇൻ ഓൾ ദീസ് 3 കേസസ്. ഈ 3 കേസിലും അൺബാലൻസ്ഡ് ഫോഴ്സ് സെയിം തന്നെയാണ്. പക്ഷേ വലിച്ചുകൊണ്ട് പോകുന്ന മാസ് സെയിം അല്ല. ഇവിടെ m മാസിനെയാണ് വലിക്കുന്നത്, ഇവിടെ ഇഫക്റ്റീവ്ലി 2m മാസിനെയും, ഇവിടെ ഇഫക്റ്റീവ്ലി 3m മാസിനെയാണ് വലിക്കുന്നത്. അപ്പോൾ ഈ വലിച്ചുകൊണ്ട് അൺബാലൻസ്ഡ് ഫോഴ്സ് സെയിം ആണെങ്കിലും ടോട്ടൽ മാസ് സെയിം അല്ലാത്തത് കൊണ്ടാണ്. അൺബാലൻസ്ഡ് ഫോഴ്സ് സെയിം ആണെങ്കിലും ടോട്ടൽ മാസ് സെയിം അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വേറെ വേറെ ആക്സിലറേഷൻ ഈ 3 കേസിൽ വരുന്നത്. അപ്പോൾ A1 ഗ്രേറ്റർ ദാൻ A2 ഗ്രേറ്റർ ദാൻ A3 എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉത്തരം. ദാറ്റ് ഈസ് ഓപ്ഷൻ 3. ഓക്കെ, ദാറ്റ് ഈസ് 17th ക്വസ്റ്റ്യൻ. അടുത്തതിലേക്ക് വരാം. A helicopter of mass m is carrying a box of mass small m at the end of a rope and is moving horizontally with constant acceleration A. The acceleration due to gravity is g, neglect air resistance. The rope is stretched out from the helicopter at a constant angle theta to the vertical. What is this angle? Okay. ഒരു ഹെലികോപ്റ്റർ എന്ന് പറയുന്നുണ്ടെങ്കിലും ദാറ്റ് ഇസ് എൻ എയറോപ്ലെയിൻ, ദാറ്റ് ഡസൻറ്റ് മാറ്റർ ടു എസ്. അപ്പോൾ A ആക്സലറേഷനിൽ എയറോപ്ലെയിൻ പോകുന്നു. അപ്പോൾ അതിലൊരു സ്ട്രിങ് വഴി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്ലോക്കും ഉണ്ട്. Okay, the string is making an angle theta with the vertical. String is making an angle theta with the vertical. If the string is making an angle theta with the vertical and it is given that its theta is a constant, അല്ലേ, theta constant ആണെന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ theta constant ആണെങ്കിൽ അതിൻ്റെ അർത്ഥം this block is moving with the same acceleration as that of the aeroplane. Okay, aeroplane അല്ലെങ്കിൽ ഹെലികോപ്റ്റർ പോകുന്ന അതേ ആക്സിലറേഷനിൽ തന്നെ നമ്മുടെ ബ്ലോക്കും പോവുകയാണ്. ഹെലികോപ്റ്റർ പോകുന്ന അതേ ആക്സിലറേഷനിൽ ബ്ലോക്കും പോവുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ടെൻഷൻ ഉണ്ടാവും T, ഇതിന് ഒരു വെയിറ്റ് ഉണ്ട് mg. വി ക്യാൻ ഐദർ സോൾവ് ദിസ് യൂസിങ് ദി നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓർ ഗ്രൗണ്ട് ഫ്രെയിം. ഞാനിപ്പോൾ ഗ്രൗണ്ട് ഫ്രെയിം എന്ന് നോക്കുകയാണ്. ഗ്രൗണ്ട് ഫ്രെയിം എന്ന് നോക്കിയാൽ നമുക്ക് രണ്ട് രീതിയിൽ
ഈ ടെൻഷനെ റിസോൾവ് ചെയ്യാം. വേറെ ഫോഴ്സസ് ആരുമില്ല, ടെൻഷനും എം ജിയും മാത്രം. ടെൻഷനെ ഇവിടെ ഈ ഒരു ആംഗിൾ തീറ്റ ആണെങ്കിൽ ദിസ് കമ്പോണന്റ് ഇസ് ടി കോസ് തീറ്റ, ദിസ് കമ്പോണന്റ് ഇസ് ടി സൈൻ തീറ്റ. ഓക്കെ, ഇവിടെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ മുകളിലേക്കോ താഴേക്കോ ആക്സിലറേഷൻ ഇല്ല അല്ലേ. ബ്ലോക്ക് മുകളിലേക്കോ താഴേക്കോ പോകുന്നില്ല. മുകളിലേക്കോ താഴേക്കോ പോകുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം മുകളിലേക്കുള്ള ഫോഴ്സ് ടി കോസ് തീറ്റയും താഴേക്കുള്ള ഫോഴ്സ് എം ജിയും ഈക്വൽ ആണെന്നാണ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അതുപോലെ റൈറ്റ് സൈഡിലേക്ക് ഒരേ ഒരു ഫോഴ്സേ ഉള്ളൂ, ടി സൈൻ തീറ്റ. ആ ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരേ ഒരു ഫോഴ്സ് ടി സൈൻ തീറ്റയാണ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അതായത് റൈറ്റ് സൈഡിലേക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരേ ഒരു ഫോഴ്സേ ഉള്ളൂ. സോ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ റേഷ്യോ എടുത്താൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1. ടി സൈൻ തീറ്റ ബൈ ടി കോസ് തീറ്റ ഇസ് ടാൻ തീറ്റ is equal to ma by mg a by g. ma by mg is equal to a by g tan theta is equal to a by g. Option 3, question number 18. കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ. അടുത്തത്, find the contact force between 3 kg and a 2 kg block as shown in the figure. സിമ്പിൾ ആണ്. ഇവിടെ 3 kg 2 kg കോണ്ടാക്റ്റിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അവരെ രണ്ട് സൈഡിൽ നിന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അവിടെ രണ്ട് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്, 100 ന്യൂട്ടൺ ആൻഡ് 25 ന്യൂട്ടൺ. എത്രയൊക്കെയാണ്? 100 ന്യൂട്ടണും 25 ന്യൂട്ടണും. അൺബാലൻസ്ഡ് ആണ്. അൺബാലൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇവർക്കൊരു ആക്സിലറേഷൻ ഉണ്ടാവും. രണ്ടുപേർക്കും ഒരു കോമൺ ആക്സിലറേഷൻ ആയിരിക്കും. ഇങ്ങോട്ടേക്കൊരു 100 ന്യൂട്ടൺ, തിരിച്ചൊരു 25 ന്യൂട്ടൺ ആണ്. രണ്ടുപേർക്കും ഒരു കോമൺ ആക്സിലറേഷൻ ഉണ്ടാവും, ബിക്കോസ് ദേ ആർ ഇൻ കോണ്ടാക്ട് അല്ല. കോണ്ടാക്റ്റിലുള്ള രണ്ടാൾക്കാരെ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുമ്പോൾ രണ്ടുപേർക്കും ഒരേ ആക്സിലറേഷൻ ആണ്. അപ്പോൾ ആ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് പറയാം ടോട്ടൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. അൺബാലൻസ്ഡ് ഫോഴ്സ് എത്രയാണ്? അങ്ങോട്ട് 100 ന്യൂട്ടൺ, തിരിച്ച് 25 ന്യൂട്ടൺ. സോ ടോട്ടൽ അൺബാലൻസ്ഡ് ഫോഴ്സസ് 100 മൈനസ് 25. അൺബാലൻസ്ഡ് ഫോഴ്സസ് 100 മൈനസ് 25 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസസ് 3 + 2 5 കിലോഗ്രാം. ടോട്ടൽ മാസ് എത്രയാണ്? 5 കിലോഗ്രാം. സോ വാട്ട് വി ഹാവ് 75 by 5. 75 by 5 എത്രയാണ്? ഇറ്റ് ഈസ് 15 meters per second square. ഇനി വി ഹാവ് ടു ഫൈൻഡ് ദി കോണ്ടാക്ട് ഫോഴ്സ് ബിറ്റ്വീൻ 3 and 2 കിലോഗ്രാം. ഇവർക്ക് രണ്ടുപേർക്കും ഇടയ്ക്കുള്ള കോണ്ടാക്ട് ഫോഴ്സ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ 2 കിലോഗ്രാമിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുകയാണ്. ഈ 2 കിലോഗ്രാമിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ ഇങ്ങോട്ടേക്ക് 25 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിലുള്ള കോണ്ടാക്ട് ഫോഴ്സിന് ഞാനിവിടെ എഫ് അല്ലെങ്കിൽ ആർ എന്ന് എഴുതുകയാണ്. ഇതിപ്പോൾ ഞാൻ 3 കിലോഗ്രാമിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിരുന്നെങ്കിൽ തിരിച്ച് വരയ്ക്കേണ്ടി വന്നതാണ്. കാരണം ഇവിടെ 3 കിലോഗ്രാം 2 കിലോഗ്രാമിനെ റൈറ്റിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്, 2 കിലോഗ്രാം തിരിച്ച് ലെഫ്റ്റിലേക്കും പുഷ് ചെയ്യുന്നുണ്ട്. ആക്ഷൻ റിയാക്ഷൻ. അപ്പോൾ ഈ ഫോഴ്സാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്, ആർ. അപ്പോൾ 2 കിലോഗ്രാമിൻ്റെ ആക്സിലറേഷൻ നമുക്കറിയാം, ഇറ്റ് ഇസ് ടുവേർഡ്സ് റൈറ്റ്. Laws of motion, second law of motion apply. A net force is equal to mass into acceleration. What is the net force? Resultant force എത്രയാണ്? റൈറ്റിലേക്ക് 6, ലെഫ്റ്റിലേക്ക് 25. So resultant force is r minus 25 is equal to mass into acceleration 2 into a. R is equal to 25 plus 2 into a. 25 plus 2 into a, that is 25 plus 2 into a എത്രയാണ്? a is 15. a നമുക്ക് കിട്ടിയല്ലോ 15 എന്ന്. സോ 25 plus 30 അല്ല, 25 plus 30 എത്രയാണ്? 55 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, 55 ന്യൂട്ടൺ. ഓപ്ഷൻ 2, ക്വസ്റ്റ്യൻ നമ്പർ 19. അടുത്ത ചോദ്യത്തിലേക്ക് വരാം നമുക്ക്. With reference to the figure shown, if the coefficient of friction at all contact surfaces is 0.42, the force required to pull out the 6 kilogram block with an acceleration of 1.5 meters per second square. അപ്പോൾ 2 കിലോഗ്രാം ബ്ലോക്ക് അവിടെ ഫിക്സഡ് ആയിട്ട് ഒരു സ്ട്രിങ് കണക്റ്റഡ് ആണ്. അപ്പോൾ 2 കിലോഗ്രാം ബ്ലോക്ക് ആണെങ്കില്ല. 6 കിലോഗ്രാം ബ്ലോക്ക് 2 കിലോഗ്രാമിന് അടിയിലാണ്. ഇതാണ് 6 കിലോഗ്രാം ബ്ലോക്ക്.
അപ്പോൾ അവിടെ മേളെന്ന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ എത്രയായിരിക്കും? N1 എന്ന് വിളിക്കുക. N1 എത്രയായിരിക്കും എന്ന് നമുക്ക് ലോജിക്കലി പറയാം. മുകളിലൊരു 2 കിലോഗ്രാം ആണ് ഉള്ളത് അല്ലേ, വെർട്ടിക്കൽ ആക്സിലറേഷൻ ഒന്നുമില്ല. അപ്പോൾ അവിടുത്തെ നോർമൽ റിയാക്ഷൻ 20 ന്യൂട്ടൺ ആയിരിക്കും ഈ 2 കിലോഗ്രാമിൻ്റെ വെയിറ്റ്. ഓക്കെ, ഇനി താഴെ നിന്ന് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ എത്രയായിരിക്കും? ഈ നോർമൽ റിയാക്ഷൻ ഇവിടെ 2 കിലോഗ്രാം 6 കിലോഗ്രാം ആണെങ്കിൽ ആകെ വെയിറ്റ് 80 ന്യൂട്ടൺ ആണ് അല്ലേ. 8 കിലോഗ്രാമിൻ്റെ വെയിറ്റ് 80 ന്യൂട്ടൺ. ഈ 80 ന്യൂട്ടൺ വെയിറ്റ് അല്ലെങ്കിൽ 80 ന്യൂട്ടൺ വെയിറ്റിനെയും ബാലൻസ് ചെയ്യുന്നത് താഴെ നിന്ന് കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ ആണ്. അപ്പോൾ താഴെ നിന്ന് കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ N2 എന്തിന് ഈക്വൽ ആയിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 80 ന്യൂട്ടൺ. മനസ്സിലായോ? മുകളിലൊരു 20 കിലോഗ്രാം ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ 6 കിലോഗ്രാം 2 കിലോഗ്രാം ബ്ലോക്കിൽ അപ്ലൈ ചെയ്യുന്നതും തിരിച്ച് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 2 കിലോഗ്രാമിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. അതാണ് 20 ന്യൂട്ടൺ. 6 കിലോഗ്രാമിൻ്റെ താഴെ നിന്ന് ആക്ട് ചെയ്യുന്ന ടോട്ടൽ വെയിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ്. അപ്പോൾ ഇതിനെ വലിച്ചുകൊണ്ട് പോവാണ്, വലതു ഭാഗത്തേക്ക് വലിച്ചുകൊണ്ട് പോവാണ് വിത്ത് ഫോഴ്സ് എഫ് എത്രയാണെന്ന് അറിയില്ല. പക്ഷേ അതിനൊരു ആക്സിലറേഷൻ ഉണ്ട്. റൈറ്റിലേക്ക് ഒരു ആക്സിലറേഷനിൽ വലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ദ 6 കിലോഗ്രാം ബ്ലോക്ക് ഇറ്റ് ഇസ് സ്ലൈഡിങ് ഓൺ ദ ഫ്ലോർ, ഇറ്റ് ഇസ് സ്ലൈഡിങ് അഗൈൻസ്റ്റ് 2 കിലോഗ്രാം ബ്ലോക്ക്. ഒരേ സമയം നമ്മുടെ 6 കിലോഗ്രാം ബ്ലോക്ക് ആ ഫ്ലോറിൽ സ്ലൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്ലോറിൽ സ്ലൈഡ് ചെയ്യുന്നുണ്ട്, അതേസമയം ആ 2 കിലോഗ്രാം ബ്ലോക്കിൻ്റെ അടിയിലും സ്ലൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുകളിലും താഴെയും സ്ലൈഡിങ് വരുന്നുണ്ട്. മുകളിലും താഴെയും സ്ലൈഡിങ് വന്നാൽ അവിടെ കൈനറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. സോ ഇവിടെ FK1 എന്ന് പറയുന്ന കൈനറ്റിക് ഫ്രിക്ഷൻ, ഇവിടെ FK2 എന്ന് പറയുന്ന കൈനറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. FK1 FK2 അല്ലേ. അപ്പോൾ FK1 എത്രയാണ്? കൈനറ്റിക് ഫ്രിക്ഷൻ അല്ലേ, അപ്പോൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. ഇറ്റ് ഇസ് മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ. മ്യൂ എത്രയാണ്? 0.42. സോ മ്യൂ ഇൻറ്റു 20. FK2 എത്രയാണ്? താഴത്തെ ഫ്രിക്ഷൻ എത്രയായിരിക്കും? ഇറ്റ് ഈസ് മ്യൂ ഇൻറ്റു N2, ദാറ്റ് ഈസ് മ്യൂ ഇൻറ്റു 80. ഓക്കെ, ഈ രണ്ട് ഫ്രിക്ഷനെ ഓവർകം ചെയ്തിട്ട് വേണം ഈ ബ്ലോക്കിനെ വലതുഭാഗത്തേക്ക് വലിച്ചുകൊണ്ട് പോകാൻ. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ 6 കിലോഗ്രാമിൻ്റെ വെയിറ്റും വരുന്നുണ്ട് കേട്ടോ, ഞാൻ വരയ്ക്കാൻ വിട്ടുപോയി. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ടോട്ടൽ ഫോഴ്സ് എത്രയാണ്? വലതു ഭാഗത്തേക്ക് എഫ് മൈനസ് ഇടത് ഭാഗത്തേക്ക് FK1 ഉണ്ട് FK2 ഉണ്ട്. അപ്പോൾ ടോട്ടൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എത്രയാ? എഫ് മൈനസ് FK1 പ്ലസ് FK2, എഫ് മൈനസ് ഓഫ് FK1 പ്ലസ് FK2. അപ്പോൾ ഇതാണ് ടോട്ടൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ. ടോട്ടൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഷുഡ് ബി ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ എഫ് എത്രയാ അറിയില്ല, ദാറ്റ് ഇസ് വാട്ട് വി ഹാവ് ടു ഫൈൻഡ്. മൈനസ് 20 mu plus 80 mu is equal to m into a. So f is equal to 20 mu plus 80 mu എത്രയാണ്? 100 mu. അത് റൈറ്റ് സൈഡിൽ പോകും. പ്ലസ് m into a. 100 into mu is 0.42. 0.42 plus mass 6 kilogram, acceleration 1.5. So F is equal to 42 plus 9, that is 51 Newton. F is equal to 42 plus 9, that is 51 Newton. 51 Newton undallo. Option 4. Okay. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. A system of wedge and block as shown in the figure is released with the spring in its natural length. All surfaces are frictionless. Maximum elongation of the spring. Okay. Maximum elongation ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലാതെ ഇക്വിലിബ്രിയം ഇലോങ്ങേഷൻ അല്ല. പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പം ഇവിടെ സ്പ്രിങ് അതിൻ്റെ നാച്ചുറൽ ലെങ്ത്തിലായിരുന്നു. വെലോസിറ്റി 0 ആണ്. സ്പ്രിങ് നാച്ചുറൽ ലെങ്ത്തിലാണ്, വെലോസിറ്റി 0 ആണ്. ദർ ഇസ് നോ വെലോസിറ്റി. ഇറ്റ് ഇസ് അറ്റ് റെസ്റ്റ്. അപ്പം നമ്മളിതിനെ റിലീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇതിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് താഴത്തേക്ക്, ഗ്രാവിറ്റി കാരണം താഴത്തേക്ക് പോവും. അപ്പോൾ സ്പ്രിങ് ഇലോങ്ങേറ്റ് ആവും. അങ്ങനെ അവസാനം കുറേ നേരം കഴിയുമ്പോൾ
സ്പ്രിങ് നിൽക്കും അല്ലേ. അപ്പോൾ തുടക്കത്തിൽ ഈ ഒരു ലെവലിലായിരുന്നു തുടങ്ങിയതെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഇവിടെ പോയി നിൽക്കും. ഇവിടെ എത്തിയപ്പോൾ വീണ്ടും നിന്നു, ഫൈനൽ വെലോസിറ്റി വീണ്ടും 0. ഇതാണ് മാക്സിമം ഇലോങ്ങേഷൻ. ഇതാണ് മാക്സിമം ഇലോങ്ങേഷൻ. ആ മാക്സിമം ഇലോങ്ങേഷൻ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. അപ്പോൾ ഇത് x0, ഈ ഒരു ആംഗിൾ നമുക്ക് തൽക്കാലം തീറ്റ എന്ന് വിളിക്കാം. ഓക്കെ, ഇത് x0 ആണെങ്കിൽ, ഈ ഡിസ്റ്റൻസ് x0 ആണെങ്കിൽ ദിസ് ഇസ് h ഇസ് ഈക്വൽ ടു x0 സൈൻ തീറ്റ. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൈനറ്റിക് എനർജി ചേഞ്ച് 0 ആണ് അല്ലേ. ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0, ഫൈനൽ കൈനറ്റിക് എനർജി 0. കൈനറ്റിക് എനർജി ചേഞ്ച് ഇല്ല. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് കൺസർവേറ്റീവ് ഫോഴ്സസ് ആണ്. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വർക്ക് ചെയ്യുന്ന ഫോഴ്സസ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതുപോലെ സ്പ്രിംഗ് ഫോഴ്സ്. ഈ രണ്ടാൾക്കാരാണ് വർക്ക് ചെയ്യുന്നത്. ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്? വർക്ക് ഇസ് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് സ്പ്രിംഗ് ഫോഴ്സ്. ബോത്ത് ഓഫ് ദം ആർ കൺസർവേറ്റീവ് ഫോഴ്സസ്. ഇവിടെ നോർമൽ റിയാക്ഷൻ ഉണ്ട്, പക്ഷെ വർക്ക് ചെയ്യുന്നില്ല. ബിക്കോസ് ഡിസ്പ്ലേസ്മെന്റ് ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലൽ ആയിട്ടും നോർമൽ റിയാക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിനുമാണ്. സോ നോർമൽ റിയാക്ഷൻ ഉണ്ട്, ഇറ്റ് ഇസ് നോട്ട് ഡൂയിങ് എനി വർക്ക്. വർക്ക് ഇസ് ഡൺ ഓൺലി ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് ആൻഡ് സ്പ്രിംഗ് ഫോഴ്സ്, ബോത്ത് ഓഫ് വിച്ച് ആർ കൺസർവേറ്റീവ്. അതുകൊണ്ട് ടോട്ടൽ എനർജി കൺസർവ്ഡ് ആയിരിക്കും. ഇവിടെ കൈനറ്റിക് എനർജി മാറുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് ഇലോങ്ങേറ്റ് ചെയ്യും അല്ലെങ്കിൽ താഴേക്ക് വരുമ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കുറയുന്നുണ്ട്. താഴേക്ക് വരികയല്ലേ. അപ്പോൾ സെയിം എമൗണ്ട് സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി കൂടണം. ടോട്ടൽ എനർജി കൺസർവ്ഡ് ആണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എത്ര കുറയുന്നോ അത്രയും സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി കൂടും. ഓക്കെ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എത്ര കുറയുന്നുണ്ടോ അത്രയും സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി കൂടും എന്ന് നമുക്ക് പറയാം. അപ്പം അങ്ങനെ വരുമ്പോൾ what is the decrease in gravitational potential energy? mgh. Increase in spring potential energy എത്രയാണ്? half k x0 square. രണ്ടും ഈക്വൽ ആണ്. So decrease in gravitational potential energy is equal to increase in spring potential energy. That is mg into h. h എന്താണ്? x0 sin theta is equal to half k x0 square. Okay. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു x0 ക്യാൻസൽ ചെയ്യാം. x0 ക്യാൻസൽ ചെയ്താൽ x0 is equal to 2 mg sin theta divided by k. Okay, 2 mg sin theta divided by k. Okay അല്ലേ, 2 mg sin theta divided by k. ഇനി വെർട്ടിക്കൽ ആയിരുന്നെങ്കിൽ 2 mg by k. നിങ്ങൾക്ക് ഓസിലേഷൻ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഓർമ്മയുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ദാറ്റ് ഇസ് 21. അടുത്തത്, a bob is suspended on a string and it is deflected from the equilibrium position by an angle of 60 degree and is then released. Find the ratio of tensions of the string for the equilibrium position and for the maximum deviation of the bob. എന്താണെന്ന് പറയാം. ഒരു സ്ട്രിങ്, അതിൻ്റെ അറ്റത്ത് ഒരു ബോബ് നമ്മൾ തൂക്കിയിട്ടു. എന്നിട്ട് അതിനൊരു 60 ഡിഗ്രി ആംഗിളിലേക്ക് നമ്മൾ ഡിഫ്ലക്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് അതിനെ റിലീസ് ചെയ്തു. ഇവിടെയുള്ള ടെൻഷൻ നമ്മൾ T1 എന്നും ഇവിടെയുള്ള ടെൻഷൻ T2 എന്നും എടുത്താൽ what is T2 by T1? കാരണം ഇക്വിലിബ്രിയം പൊസിഷനുള്ള ടെൻഷൻ T2 മാക്സിമം ഡീവിയേഷനുള്ള ടെൻഷൻ T1 ആണെങ്കിൽ what is T2 by T1? നോക്കാം. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി 0 ആണ്. ഇവിടുത്തെ വെലോസിറ്റി നമുക്ക് ഉണ്ടാവും. വെലോസിറ്റി എന്തായാലും ഉണ്ടാവും, v എന്ന് വിളിക്കാം. അപ്പോൾ ആദ്യം T1 കണ്ടുപിടിക്കാം. നമുക്ക് എന്താണ് T1 കാൽക്കുലേറ്റ് ചെയ്യാം. ഈ സമയത്ത് താഴേക്കൊരു mg ഉണ്ടാവും. mg നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാൻ വേണമെങ്കിൽ ഈ ആംഗിൾ 60 ഡിഗ്രി ആണ്. സോ ദിസ് ഇസ് mg cos 60. ദിസ് ഇസ് mg sin 60. അപ്പോൾ ഇവിടെ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഒന്നുമില്ല, ഇറ്റ് ഇസ് അറ്റ് റെസ്റ്റ് അല്ലേ. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ട് മാത്രമേ ആക്സിലറേഷൻ ഉള്ളൂ. ഇതിൻ്റെ വെലോസിറ്റി 0 ആയതുകൊണ്ട് തന്നെ v² by r സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ അറ്റ് ദിസ് മൊമെന്റ് 0.
സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം T1 should be equal to mg cos theta. So T1 should be equal to mg cos 60 mg by 2. ഓക്കെ, ഇനി T2 എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കുക. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ വെലോസിറ്റി അറിയണം. വെലോസിറ്റി എങ്ങനെ അറിയും? ഇത് L ആണെങ്കിൽ ഇത് cos 60 അല്ലേ, ഇത് 60 ഡിഗ്രി വരുമ്പോൾ ദിസ് ഇസ് L cos 60. L cos 60 എത്രയാണ്? L by 2. ഇത് L by 2 ആണെങ്കിൽ ഇത് എത്രയാ? L by 2. അതായത് ബോഡി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് ഹൈറ്റ് ഇസ് റെഡ്യൂസിങ് ബൈ L by 2. അപ്പോൾ വാട്ട് ഇസ് ദ റിഡക്ഷൻ ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? mg L by 2 ഇസ് ദി റിഡക്ഷൻ ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അത്രയും കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി അപ്ലൈ ചെയ്താൽ V ഇസ് ഈക്വൽ റൂട്ട് ഓഫ് 2GL എന്ന് കിട്ടും. അല്ല, 2GL by 2 എന്ന് കിട്ടും. ദാറ്റ് ഇസ് റൂട്ട് ഓഫ് GL. V ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് GL എന്ന് കിട്ടും. ഈ വെലോസിറ്റി എന്താണ്? റൂട്ട് GL. അങ്ങനെയാണെങ്കിൽ ആ ടെൻഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? T2 മുകളിലേക്കാണ്, mg താഴേക്കാണ്, ആക്സിലറേഷൻ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ മുകളിലേക്ക്. T2 മുകളിലേക്ക്, mg താഴേക്ക്, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ മുകളിലേക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ T2 മൈനസ് mg ഇസ് ഈക്വൽ ടു m ഇൻറ്റു AC. ഓക്കെ, T2 മൈനസ് mg ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ T2 ഇസ് ഈക്വൽ ടു mg പ്ലസ് m ഇൻറ്റു AC. AC എന്താണ്? V സ്ക്വയർ ബൈ R. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ അല്ലേ, V സ്ക്വയർ ബൈ R. So that is equal to mg plus m into V square by L എന്താണ്? GL by L, G എന്ന് കിട്ടും. So എന്താണ്? T2 it is 2mg, T1 mg by 2 അല്ലേ. അപ്പോൾ what is T2 by T1? T2 by T1 എത്രയാണ്? T2 by T1 is equal to 2mg divided by mg by 2. Okay, T2 by T1 is equal to 2mg divided by mg by 2, that is 4:1. Option 1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A stone tied to a string of length 2 meter is whirled in a vertical circle with the other end of the string at the center. Okay, fine. At a certain instant of time, stone is at the lowest position and has a speed of 10 meter per second. Okay. The magnitude of its change in velocity as it reaches a position where the string is horizontal. Okay. ഇപ്പോൾ ഒരു സ്ട്രിങ് ഉണ്ട്, അതിൻ്റെ അറ്റത്തൊരു ബോബും ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഹാവിങ് എ വെലോസിറ്റി, ഞാൻ V1 എന്ന് വിളിക്കാം. V1 is 10 meter per second. വെക്ടർ ഫോമിൽ എഴുതിയാൽ വെക്ടർ V1 is equal to 10 I cap. കുറച്ച് കഴിയുമ്പോൾ സ്ട്രിങ് ഹൊറിസോണ്ടൽ ആവുന്നുണ്ട്. സ്ട്രിങ് ഹൊറിസോണ്ടൽ ആകുമ്പോൾ വെലോസിറ്റി മുകളിലേക്കാവും V2. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇവരുടെ ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. സ്ട്രിങ്ങിൻ്റെ ലെങ്ത് 2 meter ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ വെലോസിറ്റി നോക്കിയാൽ വെക്ടർ V2ൻ്റെ ടേംസിൽ എഴുതിയാൽ വെക്ടർ V2 is equal to സ്പീഡ് ഇൻറ്റു ജെ ക്യാപ്പ് ആണ്. രണ്ടും രണ്ട് ഡയറക്ഷനിലാണ്. അപ്പോൾ ആദ്യം V2ൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്ത് അപ്ലൈ ചെയ്യാം? കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. കാരണം ഇവിടെ വർക്ക് ചെയ്യുന്നത് ഗ്രാവിറ്റി മാത്രമാണ്. സോ ലെറ്റ്സ് അപ്ലൈ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. പറയുക, ഇവിടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എത്രയാണ്? കൈനറ്റിക് എനർജി ഹാഫ് mv1 സ്ക്വയർ. കൈനറ്റിക് എനർജി ഹാഫ് mv1 സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജി നമുക്ക് 0 എന്നെടുക്കാം. പൊട്ടൻഷ്യൽ എനർജി എത്ര എന്നെടുക്കാം? 0 എന്നെടുക്കാം. ഇവിടെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി ഹാഫ് mv2 സ്ക്വയർ.
പൊട്ടൻഷ്യൽ എനർജി mg ഇൻറ്റു എൽ എന്നെടുക്കാം, ബിക്കോസ് എൽ ഹൈറ്റിന് മുകളിലാണല്ലോ ഇതുള്ളത്. അപ്പോൾ വി ക്യാൻ സേ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ v2 സ്ക്വയർ ഇസ് ഈക്വൽ ടു v1 സ്ക്വയർ മൈനസ് 2gl എന്ന് കിട്ടും. ഒന്ന് എം ക്യാൻസൽ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ഇത് ഡയറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാം. ഇതൊക്കെ നമ്മൾ വെർട്ടിക്കൽ സർക്കുലർ മോഷനിൽ പഠിക്കുന്നതാണ്. സോ v2 സ്ക്വയർ ഇസ് ഈക്വൽ ടു v1 സ്ക്വയർ ഇസ് 100 മൈനസ് 2 ഇൻറ്റു g ഇൻറ്റു എൽ 2. സോ ടോട്ടലി 60. v2 സ്ക്വയർ ഇസ് 60. So v2 ന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? What is the magnitude of v2? v2 is equal to square root of 60 meter per second. So that is simply the magnitude of speed. What we've been asked to find is the change in velocity. Change in speed അല്ല കണ്ടുപിടിക്കേണ്ടത്. Change in speed ആയിരുന്നെങ്കിൽ സിമ്പിൾ ആയിരുന്നു. എത്രയാ? It is 10 minus root 60. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി വെക്ടർ തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ വെലോസിറ്റി വെക്ടർ എടുത്താൽ v2 is equal to v2 j cap. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെക്ടർ v2 മൈനസ് വെക്ടർ v1 എന്ന് പറയുമ്പോൾ എന്താണ്? വെക്ടർ v2 മൈനസ് വെക്ടർ v1 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് v2 j cap മൈനസ് v1 i cap. v2 j cap മൈനസ് v1 i cap. അപ്പോൾ അവരുടെ മാഗ്നിറ്റ്യൂഡ് അല്ലേ വേണ്ടത്? ഓപ്ഷൻസിലെല്ലാം മാഗ്നിറ്റ്യൂഡേ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുക? v2 j cap മൈനസ് v1 i cap ന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് v2 സ്ക്വയർ പ്ലസ് v1 സ്ക്വയർ. v2 സ്ക്വയർ നമുക്ക് ഓൾറെഡി 60 എന്നറിയാം. v1 സ്ക്വയർ 10 സ്ക്വയർ 100 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 160 മീറ്റർ പെർ സെക്കൻഡ് ആണ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി വെക്ടർ. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മതി, അത് ചേഞ്ച് ഇൻ വെലോസിറ്റി വെക്ടർ ആണ്. ഒരേ ഡയറക്ഷനിലായിരുന്നെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ മതിയായിരുന്നു. ഈ കേസിൽ രണ്ടും ഡിഫറെൻ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണോ ചേഞ്ച് ഇൻ സ്പീഡ് ആണോ തന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ദാറ്റ് ഇസ് 23. അടുത്തതിലേക്ക് വരാം. A body of mass 4 kilogram is moving with a momentum of 8 kilogram meter per second. Okay. Momentum 8 kilogram meter per second. So initial momentum is 8 kilogram meter per second. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എത്രയായിരിക്കും? മൊമെൻറ്റം ബൈ മാസ് 8/4 2 meter per second. A force of 0.2 Newton, constant force ആണെന്ന് എടുക്കാം. 0.2 Newton acts on it in the direction of motion. എങ്ങോട്ടാണോ അത് മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ തന്നെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് for 10 seconds. ഓക്കെ, ഫൈൻ. അപ്പോൾ ആക്സിലറേഷൻ എത്രയാണ്? ആക്സിലറേഷൻ ഇസ് ഫോഴ്സ് ബൈ മാസ് 0.2 ഡിവൈഡഡ് ബൈ 10. meter per second square. The increase in kinetic energy. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ അവിടുത്തെ വെലോസിറ്റി ചേഞ്ച് വെച്ചിട്ട് ചെയ്യാം, ഓർ വർക്ക് ഡൺ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ വെലോസിറ്റി ചേഞ്ച് വെച്ച് ചെയ്താൽ ഫൈനൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സിലറേഷൻ ഇൻറ്റു ടൈം. ഓക്കെ, അവിടെ ഞാൻ ചെറിയ മിസ്റ്റേക്ക് വരുത്തിയല്ലോ. എന്താ മിസ്റ്റേക്ക്? മാസ് 10 അല്ല, മാസ് 4 കിലോഗ്രാം ആണ്. ഓക്കെ, so that is equal to 0.2 divided by 0.4 എന്ന് പറയുമ്പോൾ 0.1 divided by 2. അതെങ്ങനെ ആയിക്കോട്ടെ. So initial velocity is 2 meter per second plus acceleration is 0.1 divided by 2 into time taken 10 seconds. Okay, so this is equal to 2.5 meter per second. അതായത് 2 meter per second എന്നുള്ളത് 2.5 ആയി. What is the change in kinetic energy? Change in kinetic energy is equal to half m into vf square minus vi square. Half m into vf square minus half m into vi square, which is half. Mass എത്രയാണ്? Mass is 4 kilogram into vf square. 2.5 ന്റെ സ്ക്വയർ എത്രയാണ്? 6.25 minus vi square. vi എത്രയാണ്? 2 square is 4. So that is 2 into 2.25. 4.5 joules എന്ന് നമുക്ക് കിട്ടും. സിമ്പിളാണ്, പല രീതിയിൽ ചെയ്യാം. ഓർ അവിടെ ഫോഴ്സ് അറിയാം, ഫോഴ്സിന് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചിട്ട് എഫ് ഡോട്ട് എസ് എടുത്താലും മതി. കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 24. ഓക്കെ, അടുത്ത ചോദ്യം.
A body of mass m accelerates uniformly from rest to velocity v1 in time t1. Instantaneous power delivered to the body as a function of time. Okay. It accelerates uniformly from rest to v1. What is acceleration? Acceleration is equal to final velocity minus initial velocity by time taken. Constant acceleration anengil, this is how we find the acceleration. A is equal to v1 by t1. Acceleration is equal to v1 by t1. അപ്പോൾ അവിടെ ഇൻസ്റ്റൻറ്റേനിയസ് പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആക്സലറേഷൻ ഇതാണെങ്കിൽ വാട്ട് ഈസ് ദി വെലോസിറ്റി അറ്റ് ടൈം ടി? വെലോസിറ്റി അറ്റ് ടൈം ടി എത്രയായിരിക്കും? v is equal to a into t അല്ലേ? ദാറ്റ് ഈസ് v1 by t1 into t. ഇപ്പോൾ വെലോസിറ്റി കിട്ടി. വാട്ട് വി നീഡ് ടു ഫൈൻഡ് ഇസ് ദി ഇൻസ്റ്റൻറ്റേനിയസ് പവർ. ഇൻസ്റ്റൻറ്റേനിയസ് പവർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇറ്റ് ഇസ് സിംപ്ലി എഫ് ഇൻറ്റു വി. ഫോഴ്സും വെലോസിറ്റി ഇവിടെ ഒരേ ഡയറക്ഷനിലാണ്. എഫ് ഇൻറ്റു വി. വാട്ട് ഇസ് എഫ്? എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ ഇൻറ്റു വി. എ എന്താണ്? v1 by t1 ഇൻറ്റു വി. വി എന്താണ്? v1 by t1 ഇൻറ്റു ടി. So instantaneous power is equal to m into v1 square by t1 square into t. m into v1 square by t1 square into t. Question number 25, option 2. Simple ആണ്. നമ്മൾ നേരത്തെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. വേറെ നേരത്തെ ഒരു വി ടി എന്നൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 26ലേക്ക് വരാം. When a disk rotates with uniform angular velocity, which of the following is not true? Which of the following is not true? Uniform angular velocity എന്ന് പറയുന്നുണ്ടല്ലേ. അതായത് angular velocity vector is a constant. അപ്പോൾ ഈ ആംഗുലർ വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഡിസ്ക് എന്ന് വിചാരിക്കാം. ഡിസ്ക് is rotating and this over here is the axis. ഇതാണ് ആക്സിസ് എങ്കിൽ if it is rotating like this, ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ the angular velocity vector, it is an axial vector. Angular velocity vector എങ്ങനെയാണ്? അത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേഷൻ എങ്കിൽ ആംഗുലർ വെലോസിറ്റി വെക്ടർ ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ക്ലോക്ക് വൈസ് ആണ് റൊട്ടേഷൻ എങ്കിൽ ആംഗുലർ വെലോസിറ്റി വെക്ടർ ഇൻ ടു ദ പ്ലെയിൻ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതാണെങ്കിൽ ഇങ്ങനെയാണ് കറങ്ങുന്നതെങ്കിൽ ദി ആംഗുലർ വെലോസിറ്റി വെക്ടർ ഇസ് ഡയറക്റ്റഡ് ഔട്ട് ഓഫ് ദി പ്ലെയിൻ. ക്ലോക്ക് വൈസ് ആണെങ്കിൽ തിരിച്ച്. അപ്പോൾ ഇവിടെ ഒമേഗ കോൺസ്റ്റന്റ് ആണെങ്കിൽ എൻ്റെ അർത്ഥം ആക്സിസ് കോൺസ്റ്റന്റ് ആണ്, ഒരു ഫിക്സഡ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാണ്. സെൻസ് ഓഫ് റൊട്ടേഷൻ റിമൈൻസ് ദ സെയിം. ശരിയാണ്, കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ കറങ്ങണം. അത് പെട്ടെന്ന് ക്ലോക്ക് വൈസ് ആയി കഴിഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി മാറുകയാണ്. ഓക്കെ, ആംഗുലർ വെലോസിറ്റി മാറുകയാണ്, ഒരിക്കലും അതിൻ്റെ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ മാറില്ല. അടുത്തത് ഓറിയന്റേഷൻ ഓഫ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ റിമൈൻസ് ദ സെയിം. ഇതാണ് ആക്സിസ്. ഈ ആക്സിസ് മാറാൻ പാടില്ല. ആക്സിസ് ഇങ്ങനെ ഇരുന്ന് വോബിൾ ചെയ്തുകൊണ്ടിരുന്നാൽ, ആക്സിസ് ഇങ്ങനെ ഇരിക്കാതെ ആക്സിസ് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ then it is not constant angular velocity, then it is not rotation with constant angular velocity. ഇപ്പോൾ കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി എങ്കിൽ ആക്സിസ് ഫിക്സഡ് ആയിരിക്കണം, ആക്സിസ് മൂവ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് ശരിയാണ്. സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഇസ് നോൺ സീറോ. ശരിയാണ്. ആൻഡ് ഇറ്റ് റിമൈൻസ് ദ സെയിം. സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഒമേഗ ഇറ്റ്സ് ഇസ് കോൺസ്റ്റന്റ്. അപ്പോൾ പിന്നെ ഓപ്ഷൻ 4 മാത്രമേ ഉള്ളൂ. അത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അത് തെറ്റാണെന്ന്. കാരണം എന്താ? ആംഗുലർ ആക്സിലറേഷൻ ഇസ് നോൺ സീറോ എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഒമേഗ കോൺസ്റ്റന്റ് ആണെങ്കിൽ വാട്ട് ഇസ് ആംഗുലർ ആക്സിലറേഷൻ? ആംഗുലർ ആക്സിലറേഷൻ ഇസ് ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ. ആംഗുലർ ആക്സിലറേഷൻ എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ. ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ 0 ആണ്. ഇഫ് ഒമേഗ ഇസ് കോൺസ്റ്റന്റ്, ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ഇസ് 0. Okay, that is question number 26. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A force F is equal to alpha I cap
plus 3j cap plus 6k cap. And it acts at the point having position vector r is equal to 2i cap minus 6j cap minus 12k cap. The value of alpha for which the angular momentum about the origin is conserved. പക്ഷെ ശ്രദ്ധിക്കണം, angular momentum about the origin is conserved എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം torque about the origin is 0. Torque about the origin torque about the origin is 0. അപ്പോൾ ടോർക്ക് 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം r ക്രോസ് എഫ് അല്ലെങ്കിൽ f ക്രോസ് r 0 ആണ്. r നോൺ സീറോ ആണ്, എഫ് നോൺ സീറോ ആണ്. അപ്പോൾ r ക്രോസ് എഫ് 0 ആവണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ടോർക്കിൻ്റെ ഡിറ്റർമിനന്റ് ഫോം എഴുതിയിട്ട് ഈക്വൽ ടു 0 കൊടുത്ത് സോൾവ് ചെയ്യാം. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ. കാരണം രണ്ട് വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഐദർ ദേ ആർ പാരലൽ ഓർ ദേ ആർ ആൻറ്റി പാരലൽ. ഓക്കെ, അതായത് രണ്ട് വെക്ടർ പാരലലോ ആൻറ്റി പാരലലോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Then vector f can be written as a constant into vector r. അല്ലേ? അങ്ങനെയാണെങ്കിൽ വെക്ടർ എഫിനെ ആറിൻ്റെ ഒരു സ്കെയിലാർ മൾട്ടിപ്ലൈ ആയിട്ട് അല്ലെങ്കിൽ ആറിനെ എഫിൻ്റെ ഒരു സ്കെയിലാർ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാം. ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ കെ പോസിറ്റീവ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ കെ നെഗറ്റീവ്. അല്ലേ? അതായത് നമുക്ക് പറയാം ആൽഫ ഐ ക്യാപ് പ്ലസ് 3j ക്യാപ് പ്ലസ് 6k ക്യാപ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു ആർ, കോൺസ്റ്റന്റ് ഇൻറ്റു ദിസ് ദാറ്റ് ഈസ് 2k into I minus 6k into j minus 12k into k. ഓക്കെ, അവിടെ k എന്നുള്ളത് സംശയമാവും അല്ലേ? കൺഫ്യൂഷൻ ആവണ്ട, m എന്ന് എഴുതാം അല്ലെങ്കിൽ ലാംഡ എന്ന് വല്ല എഴുതാം. നമ്മൾ സാധാരണ വെക്ടേഴ്സ് ലാംഡ എന്ന് എഴുതാറുണ്ടല്ലോ. അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിക്കേ, ഇതിൻ്റെ y കമ്പോണൻറ്റ് നോക്കിക്കേ, 3യും ഇവിടെ -6 ലാംഡയാണ്. സോ 3 ഈസ് ഈക്വൽ ടു -6 ലാംഡ. എനിക്ക് അവിടെ നിന്ന് ലാംഡ ഈസ് ഈക്വൽ ടു -1/2 എന്ന് കിട്ടും. ലാംഡ ഈസ് ഈക്വൽ ടു -1/2. അപ്പോൾ എക്സ് കമ്പോണൻറ്റ് ഇക്വേറ്റ് ചെയ്തേ. ഇവിടുത്തെ എക്സ് കമ്പോണൻറ്റ് ആൽഫ, ഇവിടുത്തെ എക്സ് കമ്പോണൻറ്റ് 2 ലാംഡ. സോ ആൽഫ ഈസ് ഈക്വൽ ടു 2 ലാംഡ. സോ 2 into -1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. അതായത് നമ്മൾ ഫുള്ള് ഡിറ്റർമിനൻ്റ് ഒന്നും എഴുതേണ്ട കാര്യമില്ല. ആൽഫയുടെ വാല്യൂ -1. രണ്ട് വെക്ടറിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ, രണ്ട് വെക്ടറിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഒരാളെ മറ്റേ ആളുടെ സ്കെയിലാർ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാം. എഴുതിക്കൂടെ? ഒരാളുടെ മറ്റേ ആളുടെ സ്കെയിലാർ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാം. ആ സ്കെയിലാർ പോസിറ്റീവോ നെഗറ്റീവോ ആവുന്നേ ഉള്ളൂ. നമ്മളിത് വെക്ടേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് 27. അടുത്തത്, സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് m and radius r rolls down an inclined plane of height h without slipping the speed of its center of mass when it reaches the bottom. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. This is an inclined plane. H height ഉള്ള ഒരു inclined plane. അതിൻ്റെ മുകളിൽ നിന്ന് ഒരു സോളിഡ് സിലിണ്ടർ ഉരുണ്ട് താഴേക്ക് വരികയാണ്. സോളിഡ് സിലിണ്ടർ ഉരുണ്ട് വരികയാണ്. ഇവിടെ എത്തി. അപ്പോൾ താഴെ എത്തുമ്പോഴുള്ള സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ഫോമിലേക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? v is equal to root of 2gh divided by 1 plus k square by r square. ഇനി അതെങ്ങനെയാണ് വന്നതെന്ന് അറിയില്ല എങ്കിൽ ജസ്റ്റ് ഇവിടെ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി അപ്ലൈ ചെയ്യാം. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. ഇവിടെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. mgh is equal to താഴെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ മുകളിലിരിക്കുമ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ എനർജി mgh, താഴെ ഇരിക്കുമ്പോൾ ഉള്ള കൈനറ്റിക് എനർജി ആയിട്ട് മാറിയാൽ അത് സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ. സോ v is equal to square root of 2gh. ജിയുടെ വാല്യൂ 10. ഓക്കെ, ജിയുടെ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ? ഓക്കെ ഫൈൻ. സോ 2gh ഡിവൈഡഡ് ബൈ 1 plus k square by r square. സോളിഡ് സിലിണ്ടറിൻ്റെ k square by r square എത്രയാണ്? സോളിഡ് സിലിണ്ടറിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ 1/2 mr square ആണ്. സോ k square by r square will be 1/2. So 1 plus 1/2 that is equal to root of 2gh divided by 3/2. 2 മോളിൽ പോയാൽ root of 4gh by 3. Okay, root of 4gh by 3, that is option 2, question number 28. എളുപ്പമല്ലേ? ഡയറക്റ്റ് ആണ്. Another one. A constant torque of 1000 Newton meter turns a wheel of moment of inertia 200 kilogram meter square
about an axis through its center. Its angular velocity after 3 seconds. Again, വളരെ ഡയറക്റ്റ് ചോദ്യമാണ്. എങ്ങനെയാ? Torque is 1000 Newton meter. Moment of inertia is 200 kilogram meter square. What is alpha then? Alpha can be written as tau by I. എത്രയാണ്? 1000 by 200, 5 radians per second square. അപ്പോൾ 3 seconds കഴിയുമ്പോൾ ഉള്ള വെലോസിറ്റി ഒമേഗ is equal to alpha t. Initial angular velocity 0 എന്ന് എടുക്കാം. So 5 into 3, 15. 15 radians per second. That is option 4. Okay. എളുപ്പമുള്ള ചോദ്യമാണ്. അടുത്തത് 29 കഴിഞ്ഞു. 30. 3 point masses M are placed at the vertices of an equilateral triangle of side A. Moment of inertia of the system about an axis COD. Okay, fine. Passing through mass at O and lying in the plane of AB and perpendicular to A. Direct question ആണ്. എങ്ങനെയാ? ഇതിനെ നമുക്ക് 1 എന്ന് വിളിക്കാം. ഇത് AOB ആണ്. ഓക്കെ, ഇതിന് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇല്ല, 0 ആണ്. കാരണം ഇത് ആക്സിസിൽ തന്നെയാണ്. ദിസ് ഇസ് ദി ആക്സിസ്. ഇത് B, ഇത് A. A എത്ര ഡിസ്റ്റൻസിലാണ്? സ്മോൾ എ ഡിസ്റ്റൻസിലാണ് ട്രയാങ്കിളിൻ്റെ സൈഡ്. അങ്ങനെയാണെങ്കിൽ B എത്ര ഡിസ്റ്റൻസിലായിരിക്കും? A/2 ഡിസ്റ്റൻസിലായിരിക്കും അല്ലേ? ഇത് A ആണെങ്കിൽ അതിൻ്റെ പകുതി A/2 അല്ലേ? കഴിഞ്ഞു. അപ്പോൾ വാട്ട് ഇസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ? ഈ ബ്ലോക്കിന് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇല്ല, ബിക്കോസ് ഇറ്റ് ഇസ് അറ്റ് ദി ആക്സിസ്. ഈ എയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? MA² പ്ലസ് ഈ ബിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? M into A/2 the whole square. MA² by 4. So I is equal to 5/4 MA². 5/4 MA², option 3. Question number 30, option 3. 31st പോവാം. A chain of mass M and length L is on a table. ഇവിടെ ഒരു L ഉണ്ട്. L മിസ്സിംഗ് ആണ്. Table having coefficient of friction mu s. At what minimum hanging length chain starts slipping? ഒരു ചെയിൻ ഇങ്ങനെ ഒരു ടേബിളിൻ്റെ മുകളിൽ കിടക്കണം. അപ്പോൾ L ലെങ്ത് ആണ് ഓവർഹാങ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാസ് M1 ആണെങ്കിൽ അവിടെ താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് M1 into G. അതുപോലെ ഈ ഭാഗത്തിൻ്റെ മാസ് M2 ആണ്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന, അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന, ആ മോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ മാക്സിമം വാല്യൂ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി μs into M2 into G. അപ്പോൾ ഈ വെയിറ്റിനെ താഴേക്ക്, ഈ വെയിറ്റ് കൊണ്ട് ഇതിനെ, ഈ സ്ട്രിങ്ങിനെ താഴേക്ക് വലിക്കുന്നുണ്ടെങ്കിൽ, ചെയിനിനെ താഴേക്ക് വലിക്കുന്നുണ്ടെങ്കിൽ, അത് താഴേക്ക് പോകാതെ അതിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ഇവിടുത്തെ ഫ്രിക്ഷനാണ്. എക്സ്ട്രീം കണ്ടീഷനിൽ, ലിമിറ്റിംഗ് കണ്ടീഷനിൽ ദിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വിച്ച് ഇസ് μs M2 into G. സോ നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ M1 into G is equal to μs M2 into G. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത് L minus L അല്ലേ? വാട്ട് ഇസ് M1? M1 is equal to, M1 എത്രയാണ്? ടോട്ടൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു സ്മോൾ എൽ. ടോട്ടൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു സ്മോൾ എൽ. M2 എത്രയാണ്? M2 is equal to ടോട്ടൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു L minus L. ഓക്കെ, ഇക്വേറ്റ് ചെയ്താൽ M1 into G, M/L into small l into G is equal to μs into M2 into G. M2 എത്രയാണ്? M/L into L minus L into G. കോമൺ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ക്യാൻസൽ ചെയ്യാം. So L is equal to μs into capital L minus μs into small l, or small l is equal to μs into capital L divided by capital L plus μs into capital L divided by, അവിടെ മാറിപ്പോയല്ലോ, 1 plus μs. μs into capital L divided by
1 plus mu s, that is there in option 1. Okay, that is 31. ഇത് ഡയറക്റ്റ് ഫോർമുല ആയിട്ടൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കാറുണ്ട്, ഓർമ്മയുണ്ടെങ്കിൽ വളരെ നല്ലത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 32. A rigid ball of mass m strikes a rigid wall at 60 degree and gets reflected without any loss of speed as shown in the figure. The value of impulse imparted by the wall on the ball will be impulse. Okay. അപ്പോൾ ശ്രദ്ധിക്കുക, ഇനിഷ്യലി മൊമെൻറ്റം m into v ആണ്. Okay. Let's resolve this into two components. ഈ ആംഗിൾ 60 degree ആണ്. How? ഇത് 60 ആണെന്ന് പറയുന്നുണ്ട്, അപ്പോൾ ഇതും 60 ആയി അല്ലേ. അപ്പോൾ ദിസ് ഇസ് എം വി കോസ് 60, ദിസ് ഇസ് എം വി സൈൻ 60. അതുപോലെ ഇടിച്ചതിന് ശേഷം ഇങ്ങോട്ട് വരികയാണ്, അവിടെയും മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എം വി ആണ് അല്ലേ, മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എം വി ആണ്. സോ ദിസ് കമ്പോണൻറ്റ് 60, സോ ദിസ് ഇസ് എം വി കോസ് 60, ദിസ് ഇസ് എം വി സൈൻ 60. അപ്പോൾ നമ്മൾ നോക്കിയാൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ വൈ കമ്പോണൻറ്റ്. വൈ കമ്പോണൻറ്റ് മാറ്റമില്ല, എം വി സൈൻ 60 എം വി സൈൻ 60 തന്നെയാണ്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ വൈ കമ്പോണൻറ്റ്. The momentum is changing only in x direction. mv cos 60 എന്നുള്ളത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ mv cos 60 ആയി അല്ലേ. അപ്പോൾ y ഡയറക്ഷനിൽ ചേഞ്ച് ഒന്നുമില്ല, എക്സ് ഡയറക്ഷനിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിനെ ഐ ജെ കമ്പോണൻ്റ് ആയിട്ട് എഴുതിയിട്ട് ഐ ജെ ഫോമിൽ എഴുതിയിട്ട് ഡിഫറൻസ് എടുത്താലും മതി. ഇവിടെ പക്ഷേ നമുക്ക് എളുപ്പത്തിൽ പറയാം എം വി സൈൻ 60 എം വി സൈൻ 60 രണ്ടും സെയിം ആയതുകൊണ്ട് ചേഞ്ച് ഒന്നുമില്ല. എക്സ് ഡയറക്ഷനിൽ എം വി കോസ് 60 ആയിരുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എം വി കോസ് 60 ആയി. അപ്പോൾ ടോട്ടൽ ചേഞ്ച് എത്രയാണ്? എം വി കോസ് 60 എന്നുള്ളത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എം വി കോസ് 60 ആയാൽ ടോട്ടൽ ചേഞ്ച് എത്രയാണ്? 2 എം വി കോസ് 60. ടോട്ടൽ ചേഞ്ച് എത്രയാണ്? 2 എം വി കോസ് 60. 2 എം വി കോസ് 60 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 എം വി ഇൻറ്റു കോസ് 60 ഇസ് 1/2. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എത്രയാണ്? എം വി. ഓപ്ഷൻ 1 ക്വസ്റ്റ്യൻ നമ്പർ 32. ഓക്കെ, ഓപ്ഷൻ 1 ക്വസ്റ്റ്യൻ നമ്പർ 32. അടുത്തതിലേക്ക് പോവാം. യെസ്, a hollow vertical cylinder of radius r is rotated with angular velocity omega about an axis through its center. What is the minimum coefficient of static friction between the block and the cylinder necessary to keep the block suspended on the inside of the cylinder as it rotates? ഇത് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഒരു ഡ്രം ഇങ്ങനെ കറങ്ങാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ബ്ലോക്ക് ഇങ്ങനെ ഇരിപ്പുണ്ട്. ആ ബ്ലോക്ക് താഴെ വീഴാതെ നിൽക്കണമെങ്കിൽ അവിടുത്തെ മിനിമം കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയാണെന്നാണ്. അപ്പോൾ ഈ ഡ്രം കറങ്ങുമ്പോൾ നമ്മൾ ആ ബ്ലോക്കിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ ബ്ലോക്കിനെ താഴേക്ക് വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട് എം ജി. ഇത് കറങ്ങുമ്പോൾ ബ്ലോക്ക് വിൽ ഹാവ് എ ടെൻഡൻസി ടു മൂവ് ഔട്ട്വേർഡ്സ്. അപ്പോൾ അത് ആ വോളിലേക്ക് പുറത്തേക്ക് പുഷ് ചെയ്യും, വോള് തിരിച്ചും പുഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ താഴേക്ക് വീഴാതെ നിർത്തുന്നത് അവിടുത്തെ ഫ്രിക്ഷൻ ആണ്. അതിന് താഴേക്ക് സ്ലിപ്പ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. സോ ഫ്രിക്ഷൻ മുകളിലേക്ക് ആക്ട് ചെയ്യും. ഇപ്പോൾ ലിമിറ്റിംഗ് കണ്ടീഷനിലാണ് അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇത് എഫ് ലിമിറ്റിംഗ് എന്ന് എടുക്കാം. എഫ് ലിമിറ്റിംഗ് എന്ന് പറയുമ്പോൾ മ്യൂ ഇൻറ്റു എൻ ലിമിറ്റിംഗ് കണ്ടീഷനാണ്. ഇനിയും ഫ്രിക്ഷൻ കുറഞ്ഞാൽ താഴേക്ക് സ്ലിപ്പ് ചെയ്ത് പോകും. അതിൻ്റെ ആക്സിലറേഷൻ സെൻറ്ററിലേക്കാണ്, കറങ്ങുന്നത് കൊണ്ട് സെൻറ്ററിലേക്കാണ് ആക്സിലറേഷൻ, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. ഞാൻ ഗ്രൗണ്ട് ഫ്രെയിമിൽ ഇടുന്നുകൊണ്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് സ്യൂഡോ ഫോഴ്സ് എടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഫോഴ്സ് എൻ ആണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഫോഴ്സ് എൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ അല്ലേ, മാസ് ഇൻറ്റു ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ. സോ ദാറ്റ് ഈസ് എം ഇൻറ്റു ആക്സിലറേഷൻ എത്രയാണ്? അവിടെ ഒമേഗയുടെ ടേംസിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആർ ഒമേഗ സ്ക്വയർ എന്ന് എടുക്കാം. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ, നോർമൽ റിയാക്ഷൻ എം ആർ ഒമേഗ സ്ക്വയർ. ഇനി താഴേക്കുള്ള ഫോഴ്സ് എം ജി ആണ്, മുകളിലേക്കുള്ള ഫോഴ്സ് എഫ് ലിമിറ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ എം ജി ഷുഡ് ബി ഈക്വൽ ടു എം എഫ് ലിമിറ്റിംഗ്. സോ എം ജി ഇസ് ഈക്വൽ ടു എഫ് ലിമിറ്റിംഗ് എത്രയാണ്? എഫ് ലിമിറ്റിംഗ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എൻ.
So mg is equal to mu into n എന്താണ്? n is mr omega square. കഴിഞ്ഞു. m ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്താൽ mu is equal to g by r omega square. Mu equals g divided by r omega square. Option 4, question number 33. That's it. അടുത്ത question. Under the conditions shown in the figure, find out the minimum value of horizontal force F2 which can be applied without causing any motion. ഇത് അനങ്ങാതിരിക്കണമെങ്കിലുള്ള കണ്ടീഷൻ. അതായത് മിനിമം ഫോഴ്സ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. F2 ഏറ്റവും കുറഞ്ഞ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ബോഡിക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യാനാണ് ടെൻഡൻസി. സിസ്റ്റം ഹാസ് എ ടെൻഡൻസി ടു മൂവ് ടുവേർഡ്സ് റൈറ്റ്. ആ മോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ മാത്രം ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. മിനിമം ഫോഴ്സ് ഓഫ് F2 എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിസ്റ്റം ഹാസ് എ ടെൻഡൻസി ടു മൂവ് ടുവേർഡ്സ് റൈറ്റ്. കാരണം ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യിക്കണമെങ്കിൽ ഞാൻ പിന്നെയും കൂടുതൽ F2 കൊടുക്കണ്ടേ. സോ ഏറ്റവും മിനിമം ഫോഴ്സ് കൊടുത്ത് ഇത് അനക്കാതെ വെക്കണമെങ്കിൽ, ഇക്വിലിബ്രിയത്തിലായിരിക്കണമെങ്കിൽ ഐ ഷുഡ് ജസ്റ്റ് പ്രിവെൻറ്റ് ദി റൈറ്റ് വേർഡ് മോഷൻ. ഇപ്പോൾ F2 ഇല്ലായിരുന്നെങ്കിലോ എന്നാലോചിച്ച് നോക്കുക. F2 ഇല്ലായിരുന്നെങ്കിൽ F1 കാരണം റൈറ്റിലേക്ക് പോകും അല്ലേ. അപ്പോൾ F2 എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയൊരു ഫോഴ്സ് കൊടുത്ത് ഐ ആം മേക്കിംഗ് ഇറ്റ് കം ടു റെസ്റ്റ്. ഐ ആം സ്റ്റോപ്പിംഗ് ഇറ്റ് ഫ്രം മൂവിങ് ടുവേർഡ്സ് റൈറ്റ്. അപ്പോൾ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടുവേർഡ്സ് റൈറ്റ്. പക്ഷേ ഏറ്റവും ചെറിയൊരു ഫോഴ്സ് കൊടുത്ത് ഞാനിതിനെ അനക്കാതെ വെക്കുകയാണ്. അതായത് F2 ഇനിയും കുറച്ചാൽ, F2 ഇനിയും റെഡ്യൂസ് ചെയ്താൽ ഇറ്റ് വിൽ സ്ലൈഡ് ടുവേർഡ്സ് റൈറ്റ്. അപ്പോൾ ഇതിന് റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് തന്നെ ഫ്രിക്ഷൻ ഇസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ടുവേർഡ്സ് ലെഫ്റ്റ്. F1 F2 ഫ്രിക്ഷൻ ഇസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ടുവേർഡ്സ് ലെഫ്റ്റ്. അപ്പോൾ F1 എത്രയായിരിക്കും ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.2, അവിടുത്തെ നോർമൽ റിയാക്ഷൻ 20 ന്യൂട്ടൺ, 2 കിലോഗ്രാമിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. 0.2 ഇൻറ്റു 20 എത്ര വരും? 4 ന്യൂട്ടൺ. F2 എത്രയാണ്? അവിടെയും കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു നോർമൽ റിയാക്ഷൻ 1 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 10 ന്യൂട്ടൺ, ഇവിടെ 1 ന്യൂട്ടൺ. അനങ്ങാതിരിക്കുകയാണ്, എല്ലാവരും ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, എല്ലാവരും ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ഇവിടെ 10 ന്യൂട്ടൺ, ഇവിടെ 1 ന്യൂട്ടൺ ആണെങ്കിൽ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? 9 ന്യൂട്ടൺ ആവണം, എന്നാലേ അങ്ങോട്ടുള്ള 10 ന്യൂട്ടനെ ബാലൻസ് ചെയ്യാൻ പറ്റൂ. എല്ലാവരും റസ്സിലല്ലേ. അപ്പോൾ അതേ 9 ന്യൂട്ടൺ ഇവിടെ ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഇതൊക്കെ സെയിം സ്ട്രിങ് ആണ്. ഓക്കെ, അപ്പോൾ 2 കിലോഗ്രാമിനും 1 കിലോഗ്രാമിനും ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന സ്ട്രിങ്ങിലെ, ഇടയ്ക്ക് കണക്ട് ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിലെ ടെൻഷൻ 9 ന്യൂട്ടൺ ആണ്. അങ്ങോട്ട് 9 ന്യൂട്ടൺ, ഇങ്ങോട്ടേക്ക് 4 ന്യൂട്ടൺ. അപ്പോൾ ഇത് എത്രയായിരിക്കണം? അങ്ങോട്ടേക്ക് 9 ന്യൂട്ടനെ ബാലൻസ് ചെയ്യണ്ടേ? അങ്ങോട്ടേക്ക് 9 ന്യൂട്ടനെ ബാലൻസ് ചെയ്യണം, ഇങ്ങോട്ടേക്ക് 4 ന്യൂട്ടൺ അല്ലേ ഉള്ളൂ. അപ്പോൾ ബാക്കി എത്ര നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കണം? 5 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ കൊടുക്കണം. അപ്പോൾ ഈ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ എത്രയാണ്? 5 ന്യൂട്ടൺ. ഓക്കെ അല്ലേ? ഈ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ എത്രയാണ്? 5 ന്യൂട്ടൺ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്നതും 5 ന്യൂട്ടൺ ആയിരിക്കും. സെയിം സ്ട്രിങ്, അതേ സ്ട്രിങ് ഇപ്പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്നതും 5 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഈ പുള്ളി ഒന്ന് നോക്കിക്കേ. പുള്ളിയുടെ റൈറ്റ് സൈഡിൽ 5 ന്യൂട്ടൺ, ലെഫ്റ്റ് സൈഡിലേക്ക് F2. അപ്പോൾ F2 ഇസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ. ശരിയല്ലേ? F2 ലെഫ്റ്റിലേക്ക്, അങ്ങോട്ടേക്ക് 5 ന്യൂട്ടൺ, അങ്ങോട്ടേക്ക് 5 ന്യൂട്ടൺ. സോ F2 ഇസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഇസ് ഓപ്ഷൻ 4. ഇത് നല്ല അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ നമ്പർ 34 നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്.
ഓക്കെ, അടുത്തതിലേക്ക് വരാം. A flexible chain of mass m hangs between two fixed points A and B at the same level. A and B ഒരേ ലെവലിലാണ്. The inclination of the chain with the horizontal at the 2 points of support is theta. Then the tension at the midpoint of the chain is. ചെയിൻ ഇങ്ങനെയുണ്ട്, ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ്. ചെയിൻ ഒരു മാസുണ്ട്, മാസമുള്ള ചെയിൻ ആയതുകൊണ്ടാണല്ലോ അതിങ്ങനെ സാഗ് ചെയ്ത് കിടക്കുന്നത്. അതിൻ്റെ മിഡിലുള്ള ടെൻഷൻ. ഓക്കെ, അപ്പോൾ ആ മിഡിലുള്ള ടെൻഷന് ഞാൻ T2 എന്ന് വിളിക്കാം. ഈ പോയിന്റിലുള്ള ടെൻഷന് ഞാൻ T1 എന്ന് വിളിക്കാം. മിഡിലുള്ള ടെൻഷൻ T2, ഇവിടുത്തെ ടെൻഷൻ T1. എന്നിട്ട് ഞാനൊരു കാര്യം ചെയ്തു, ആ മിഡിലിൽ നിന്ന് T1 ഇവിടെ ഇത്രയും ഭാഗത്തിൻ്റെ ഒരു ഹാഫിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുകയാണ്. I'm going to draw the free body diagram of the right half. തൽക്കാലം ഇതാണ് ചെയിൻ എന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കാം. അപ്പം അതിൻ്റെ ഏറ്റവും മിഡിൽ പോർഷൻ ഹൊറിസോണ്ടൽ ആണല്ലേ. അപ്പം ഇവിടെ ഒരു ടെൻഷൻ ഉണ്ട്, T1 അല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T2 ആണ്. ഓക്കെ, അത് ഒരു ആംഗിളിലാണ്, തീറ്റ ആംഗിളിലാണ് ആക്ട് ചെയ്യുന്നത്. സോ T1 ഇത് തീറ്റ, സോ ദിസ് ഇസ് T1 സൈൻ തീറ്റ ആൻഡ് ദിസ് ഇസ് T1 കോസ് തീറ്റ. ഈ പകുതി ഭാഗമാണ്, അപ്പോൾ അതിൻ്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. M/2G അല്ലേ, പകുതി ഭാഗത്തിൻ്റെ വെയിറ്റ് mg/2 താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് there will be T2. This is what we have to find. We have to find the value of T2 അല്ലേ. T2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇത് ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മുകളിലേക്കുള്ള ഫോഴ്സും താഴേക്കുള്ള ഫോഴ്സും ഈക്വൽ ആയിരിക്കും എന്ന് പറയാം. മുകളിലേക്കുള്ള ഫോഴ്സും താഴേക്കുള്ള ഫോഴ്സും ഈക്വൽ ആയിരിക്കും. മുകളിലേക്കാരാണ് T1 സൈൻ തീറ്റ, ഇസ് ഈക്വൽ ടു താഴേക്കുള്ള ഫോഴ്സ് എത്രയാണ് mg/2. ഓക്കെ, സോ വി ക്യാൻ സേ T1 ഇസ് ഈക്വൽ ടു mg/2 സൈൻ തീറ്റ. T1 is equal to mg/2 sin theta. Now T2 is towards left and T1 cos theta is towards right. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ T2ഉം T1 cos thetaയും ഈക്വൽ ആയിരിക്കണം. So we can say T2 is equal to T1 cos theta. T2 is equal to T1 cos theta. So T1 എത്രയാണ്? mg/2 sin theta is equal to into cos theta അല്ലേ. mg/2 sin theta into cos theta, so that is equal to mg/2 into sin theta by cos theta is tan theta. So mg/2 tan theta. Okay, question number 35, mg/2 tan theta. കുഴപ്പമില്ലല്ലോ, സിമ്പിളാണ്. ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് ആലോചിക്കണം എന്നേ ഉള്ളൂ, അല്ലാതെ സ്റ്റെപ്സ് ഒന്നും ഒരുപാട് ഡിഫിക്കൽട്ട് അല്ല. ഈ രീതിയിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് ചെയ്തു നോക്കാം. അടുത്തത് 36. A ball of mass 1 kilogram is at rest in position P by means of two light strings OP and RP. The string RP is now cut and the ball swings to the position Q. If theta is 45 degree, find the tensions in the strings in positions OP, RP was not cut and OQ when RP was cut. Okay. ഈ കേസിലും ഇത് ഇവിടെ എത്തുമ്പോഴുള്ള സ്ട്രിങ്ങിലുള്ള ടെൻഷൻ കണ്ടുപിടിക്കാം. ഒ പിയിലുള്ള ഈ ഒരു സ്ട്രിങ്ങിലുള്ള ടെൻഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കേസ് 1ലേക്ക് വരാം. കേസ് 1.
ഈ കട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ആ ബോബിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ ഈ ടെൻഷൻ ഞാൻ T1 എന്ന് വിളിക്കുന്നു, ഈ ഫോഴ്സിനെ ഞാൻ F എന്ന് വിളിക്കുന്നു. അതും ടെൻഷൻ തന്നെയാണ്. താഴേക്ക് അതിൻ്റെ വെയിറ്റ് mg. ഈ ടെൻഷനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ദിസ് ഇസ് T1 cos തീറ്റ ആൻഡ് ദിസ് ഇസ് T1 sin തീറ്റ. T1 sin തീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് വേണ്ടത് T1 ആണ് വേണ്ടത്. സോ T1 cos തീറ്റ ഇസ് ഈക്വൽ ടു mg. ഇത് ഈക്വൽ ആവുമല്ലോ, ഇത് വേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. സോ T1 ഇസ് ഈക്വൽ ടു mg ബൈ cos തീറ്റ. mg എത്രയാണ്? മാസ് 1 കിലോഗ്രാം ആണ്. സോ mg ഇസ് 10 ഡിവൈഡഡ് ബൈ cos തീറ്റ ഇസ് 1/√2. തീറ്റ 45 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. സോ 1/√2 എടുത്താൽ 10√2. സോ ഫസ്റ്റ് കേസിൽ ടെൻഷൻ 10√2 ആണ്. ഫസ്റ്റ് കേസിൽ 10√2 ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ബാക്കി രണ്ടെണ്ണം നമുക്ക് കളഞ്ഞേക്കാം. സെക്കൻഡ് കേസിൽ, അതായത് ഇത് കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്യുമ്പോൾ ഈ ബോബ് സ്വിങ് ചെയ്ത് ഇപ്പുറത്തേക്ക് പോകും. ഈ ക്യൂവിലെത്തുമ്പോൾ ടെൻഷൻ കണ്ടുപിടിക്കാനാണ്. കേസ് 2, ക്യൂവിലെത്തുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് ഇക്വിലിബ്രിയത്തിലല്ല. ഇപ്പൊ ഈ സമയത്തില്ലാത്ത ആക്ട് ചെയ്യുന്ന ടെൻഷൻ T2 ആണ്. നൗ ഇത് സർക്കുലർ മോഷനിലാണ്, ഇക്വിലിബ്രിയത്തിലല്ല. അവിടെ എത്തുമ്പോൾ അത് ഇക്വിലിബ്രിയത്തിലല്ല, റേഡിയൽ ഡയറക്ഷനിൽ മാത്രമാണ് ഇത് ഇക്വിലിബ്രിയത്തിലാവുന്നത്. അതായത് ഇതിനൊരു ആക്സിലറേഷൻ ഉണ്ട്, റേഡിയൽ ആക്സിലറേഷൻ ഇല്ല, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ട്. സോ ഇങ്ങനെ നോക്കിയാൽ ദിസ് ഇസ് ദി റേഡിയൽ ഡയറക്ഷൻ, ദിസ് ഇസ് ദി ടാൻജൻഷ്യൽ ഡയറക്ഷൻ. ഈ കേസിൽ ഇത് ഇക്വിലിബ്രിയത്തിലായിരുന്നു, വെർട്ടിക്കലായിട്ട് അതിന് ആക്സിലറേഷൻ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് വെർട്ടിക്കൽ ഫോഴ്സസ് നമ്മൾ ഇക്വേറ്റ് ചെയ്തത്. ഈ കേസിൽ റേഡിയൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഇല്ല, ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ ഫോഴ്സിനെ നമ്മൾ റിസോൾവ് ചെയ്യേണ്ടത് ഹൊറിസോണ്ടൽ ആയിട്ട് ആൻഡ് വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്തിട്ട് കാര്യമില്ല. വി ഹാവ് ടു റിസോൾവ് ദം ഇൻ ടു റേഡിയൽ ആൻഡ് ടാൻജൻഷ്യൽ ഡയറക്ഷൻ. ഫോഴ്സസിനെ റേഡിയൽ ആൻഡ് ടാൻജൻഷ്യൽ ഡയറക്ഷൻ ആയിട്ട് റിസോൾവ് ചെയ്യണം. അതിൽ T2 ഓൾറെഡി റേഡിയൽ ഡയറക്ഷനിലാണ്. mg നമ്മൾ റിസോൾവ് ചെയ്യണം. mg റേഡിയലും അല്ല ടാൻജൻഷ്യലും അല്ല. അപ്പോൾ mgയുടെ റേഡിയൽ കമ്പോണന്റ് എന്താണ്? mg cos തീറ്റ. ടാൻജൻഷ്യൽ കമ്പോണന്റ് mg sin തീറ്റ. ശ്രദ്ധിക്കണം, ഇവിടെ വെലോസിറ്റി 0 ആയതുകൊണ്ട് തന്നെ റേഡിയൽ ആക്സിലറേഷൻ ഇല്ല, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇല്ല. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ 0 ആണ്. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം റേഡിയൽ ഡയറക്ഷനിലുള്ള രണ്ട് ഫോഴ്സസ് ബാലൻസ്ഡ് ആണ്. സോ T2 ഇസ് ഈക്വൽ ടു mg cos തീറ്റ. T2 ഇസ് ഈക്വൽ ടു mg cos തീറ്റ. mg എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ ആണ്, cos തീറ്റ 1/√2. സോ ദി ആൻസർ ഇസ് 5√2. സോ 10√2 and 5√2, ഓപ്ഷൻ 3. Okay, that is question number 36. ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇഫ് യു ആർ ഫെമിലിയർ വിത്ത് ദി ഐഡിയ ഓഫ് സ്യൂഡോ ഫോഴ്സ്. സ്യൂഡോ ഫോഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണെങ്കിൽ ഇതിനകത്ത് അധികം ഒന്നും ചെയ്യാനൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പറയാം. 2 trolleys, രണ്ട് ട്രോളീസ്, ഐ ഹോപ്പ് യു ക്യാൻ see them, I hope you can visualize them. A and B are moving with accelerations A and 2A. രണ്ടുപേരുടെ ആക്സിലറേഷൻസ് എയും 2Aയും ആണ്, in opposite directions as shown in the figure. The pseudo force acting on the block of mass m on trolley B with respect to an observer in trolley A will be. Okay, pseudo force acting on block of mass m on trolley B with respect to an observer on trolley A. അതായത് ഇയാളാണ് ഒബ്സർവർ, അതായത് ഇതാണ് റെഫറൻസ് ഫ്രെയിം. ഈ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന സ്യൂഡോ ഫോഴ്സ് ആണ് വേണ്ടത്, ഈ എമ്മിൽ ആക്ട് ചെയ്യുന്ന സ്യൂഡോ ഫോഴ്സ്. അപ്പോൾ നമുക്കറിയാം സ്യൂഡോ ഫോഴ്സിനെ മാത്തമാറ്റിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എഫ് സ്യൂഡോ ഇസ് ഈക്വൽ ടു ഏത് ഒബ്ജക്റ്റിലാണോ നമ്മൾ സ്യൂഡോ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിന്റെ മാസ് ഓഫ് ഒബ്ജക്റ്റ് ഇൻടു മൈനസ് ഓഫ് ആക്സിലറേഷൻ ഓഫ് ദി റെഫറൻസ് ഫ്രെയിം. അതായത് മാസ് ഓഫ് ഒബ്ജക്റ്റ് ഇൻടു ആക്സിലറേഷൻ ഓഫ് ദി ഫ്രെയിം ആണ് നമ്മുടെ സ്യൂഡോ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ മാസ് ഓഫ് ഒബ്ജക്റ്റ് എം
മാസ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എം ആണ്. ഈ ഒബ്ജക്റ്റിലുള്ള സ്യൂഡോ ഫോഴ്സ് ആണ് വേണ്ടത്. ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ ഫ്രെയിം, ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ എ ആണ്. ഫ്രെയിം ഇയാളുടെ ഈ ബ്ലോക്കിൻ്റെ ആക്സിലറേഷൻ അല്ല നോക്കേണ്ടത്, ഫ്രെയിമിൻ്റെ ആക്സിലറേഷനാണ് നോക്കേണ്ടത്. ബ്ലോക്കിൻ്റെ മാസും ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ ഇപ്പോൾ ഇവിടെ മൈനസ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ ഫ്രെയിം, ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ എ ഇൻറ്റു ഐ ക്യാപ്പ് ആണ്. സോ ഇറ്റ് ഇസ് മൈനസ് എം എ ഐ ക്യാപ്പ്. അതായത് എം എ ആണ് സ്യൂഡോ ഫോഴ്സ്. ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടുവേർഡ്സ് ലെഫ്റ്റ്. കാരണം എക്ക് റൈറ്റിലേക്കാണ് ആക്സിലറേഷൻ. എക്ക് എങ്ങോട്ടാണ് ആക്സിലറേഷൻ? എ ഹാസ് ആൻ ആക്സിലറേഷൻ ടുവേർഡ്സ് റൈറ്റ് അല്ലേ? എ ഹാസ് ആൻ ആക്സിലറേഷൻ ടുവേർഡ്സ് റൈറ്റ്. അപ്പോൾ എക്ക് തോന്നും സ്യൂഡോ ഫോഴ്സ് ലെഫ്റ്റിലേക്കാണെന്ന് തോന്നും. അത്രയേ ഉള്ളൂ, ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. ദാറ്റ് ഇസ് 37. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A body is initially at rest and sliding along a frictionless track from height h. Just completes a vertical circle of diameter AB is equal to D. Okay. Then the height is equal to. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് നമ്മൾ 6 എന്നെടുത്തു, സർക്കുലർ ട്രാക്കിൻ്റെ റേഡിയസ്. അപ്പോൾ എച്ച് ഹൈറ്റ് എന്നൊരു സ്മൂത്ത് ഫ്രിക്ഷൻലെസ് ട്രാക്കിലൂടെ എയിലേക്ക് എത്തിയാൽ എയിൽ എത്തുമ്പോൾ ഉള്ള വെലോസിറ്റി എത്രയാണ്? എച്ച് ഹൈറ്റ് എന്നല്ലേ താഴേക്ക് വരുന്നത്. ഇപ്പോൾ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എം ജി എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് എം വി എ സ്ക്വയർ എന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വി എയുടെ വാല്യൂ കിട്ടും. വി എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GH. ഇനി പറയുന്നത് ആ വെലോസിറ്റി ഉപയോഗിച്ച് അത് സർക്കിൾ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. പറഞ്ഞ ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട വെലോസിറ്റി അറ്റ് ദ ബോട്ടം എത്രയാണ്? റൂട്ട് ഓഫ് 5GR ആണ്. ഒരു വെർട്ടിക്കൽ സർക്കിൾ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ താഴത്തെ വെലോസിറ്റി റൂട്ട് 5GR ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടുകൂടെ ഇക്വേറ്റ് ചെയ്താൽ 5GR ഇസ് ഈക്വൽ ടു 2GH. അങ്ങനെയാണെങ്കിൽ H ഇസ് ഈക്വൽ ടു 5R/2 എന്ന് കിട്ടും. പക്ഷെ ഇവിടെ ഡയമീറ്ററിൻ്റെ ടേംസിലാണ് തന്നിട്ടുള്ളത് അല്ലേ? വി ബിൻ ഗിവൻ ദി ഇൻഫർമേഷൻ ഇൻ ടേംസ് ഓഫ് ഡയമീറ്റർ. സോ ആറിനെ നമുക്ക് D/2 എന്ന് എടുക്കാം. സോ വാട്ട് വി ഹാവ് ഇസ് 5D divided by 4. H is equal to 5D divided by 4. That is option 4. You can note it down. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം ഏതാണ്ട് കഴിയുകയാണ്. അപ്പോൾ നിങ്ങൾക്കിനി അടുത്ത സെഷനിലേക്ക് പോവാം. അടുത്ത ജെയ്സൺ സാറ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ അത്യാവശ്യം ഒരു നല്ല നമ്പർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. 38 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ ആ ഒരു ടെമ്പോ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. നിങ്ങൾ ഇനി അധികം ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ ക്വസ്റ്റ്യൻസ് ആ ഒരു പ്രിപ്പറേഷൻ ഉപയോഗിച്ച് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പോവുക കേട്ടോ. അതായത് പ്രാക്ടീസ് ചെയ്ത് പോവുക. നമ്മൾ ആ ഒരു ഫെമിലിയാരിറ്റി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് അടുത്ത ആൾക്ക് കാര്യങ്ങൾ കൈമാറുകയാണ്. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.
ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു JEE മാരത്തോൺ. നമുക്ക് ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. അതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ +2 സെക്കൻഡ് പാർട്ടില്ലേ, സെക്കൻഡ് പാർട്ട് വേവ് ഒപ്റ്റിക്സ് തൊട്ട് ഇലക്ട്രോണിക്സ് വരെയുള്ള ചാപ്റ്റേഴ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തതിൻ്റെ മോഡ് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ചാപ്റ്റേഴ്സ് എല്ലാം പഠിപ്പിക്കുക, അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്കിലൂടെയും കയറി ഇറങ്ങി പോകുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയിലെ ക്വസ്റ്റ്യൻസ് നിങ്ങളെ പരിചയപ്പെടുത്തുക, ഏറ്റവും ആസ്കബിലിറ്റി ഉള്ള ഏരിയ മാത്രം. അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ല എടുത്തിട്ടുള്ളൂ, ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഫ്രിഞ്ച് വിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടെന്ന് വിചാരിക്കുക. അത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ആ പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിർത്തില്ല, 2 or 3 ക്വസ്റ്റ്യൻ ചെയ്യിക്കും. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. ആ ഏരിയയിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഞാൻ സമയം കളയാതെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. നോക്കൂ, 2 coherent സോഴ്സ് ഓഫ് ലൈറ്റ് ഇൻ്റർഫിയർ. കൊഹറൻറ്റ് സോഴ്സ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ദ ഇൻറ്റൻസിറ്റി റേഷ്യോ ഓഫ് 2 സോഴ്സസ് ഈസ് 1:4. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട്? I1/I2 ഈസ് ഗിവൺ. ഇൻറ്റൻസിറ്റി റേഷ്യോ, ഒരെണ്ണത്തിൻ്റെ ഇൻറ്റൻസിറ്റി I1 ആണെന്ന് വിചാരിക്കുക, രണ്ടാമത്തെ കൊറൻറ്റ് സോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി I2 ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഗിവൺ 1/4. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? നിങ്ങൾക്ക് I1 1 എന്ന് എടുക്കാം, I2 4 എന്ന് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ I1 I എന്നെടുക്കാം, I2 4I എന്നെടുക്കാം. അതിൻ്റെ ആവശ്യമില്ല. I1 1 എന്നെടുത്തു, I2 4 എന്നെടുത്തു. നമുക്ക് എന്താ വേണ്ടത്? ഫോർ ദിസ് ഇൻ്റർഫറൻസ് പാറ്റേൺ, ഇഫ് വി ഹാവ് Imax plus Imin divided by Imax minus Imin is equal to 4 alpha plus 1 divided by beta plus 3, then alpha by beta. ബേസിക്കലി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? Imaxും കണ്ടുപിടിക്കണം, Iminനും കണ്ടുപിടിക്കണം. എന്നിട്ട് Imax plus Imin divided by Imax minus Imin ചെയ്യണം. നിങ്ങൾക്കറിയാം Imax by Imin. ഇതിനെ ഞാൻ കുറച്ചങ്ങോട്ട് മാറ്റി വെക്കുക. ദിസ് വിൽ ബി ഇൻ ഹാൻഡി ലേറ്റർ ഓൺ. അവിടെ ഇരിക്കട്ടെ. Imax എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, മാക്സിമം ഇൻറ്റൻസിറ്റി. Maximum intensity happens when constructive superposition occurs. That is equal to √I1 plus √I2 square. അതാണ് Imax. Iminോ, Imin അത് ഡിസ്ട്രക്റ്റീവ് സൂപ്പർപോസിഷൻ സംഭവിക്കുമ്പോഴാണ് സംഭവിക്കുക. √I1 മൈനസ് √I2 സ്ക്വയർ. ഇനി ഇതിൻ്റെ റേഷ്യോ ഞാൻ എടുക്കാൻ പോവുക. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് ഉടനെ തന്നെ മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ, I1 1 എടുത്തോളൂ, I2 4 എടുത്തോളൂ. അപ്പോൾ √I1 plus √I2 എന്ന് വരുമ്പോൾ എത്രയായി? 3i. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 9i. ഇത് I1 1 I2 4 എടുക്കുകയാണെങ്കിൽ ഇത് 1 - 2 എന്ന് വരും. -1നെ സ്ക്വയർ ചെയ്യുമ്പോൾ 1 ആവും. ഇതാണ് Imax by Imin. ഇനി ഇവിടെ എന്ത് ഓപ്പറേഷനാണോ ചെയ്തത്, ഇതിനെ കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ എന്ന് പറയും അല്ലേ? ഒരു കമ്പോണൻറ്റോ ഡിവിഡൻറ്റോയുടെ ഓപ്പറേഷനാണ് ഇവിടെ ചെയ്തത്. അത് നമ്മൾ ഇതിലും ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ റേഷ്യോയിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ഈ റേഷ്യോയിലും ചെയ്യുക. ഞാൻ ജസ്റ്റ് അതിൻ്റെ ലോജിക്ക് ഒന്ന് പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ, A/B 1/2 ആണെന്ന് വിചാരിക്കുക, 1/2. അങ്ങനെയെങ്കിൽ A+B/B എന്ന് ഞാൻ എഴുതുകയാണെങ്കിൽ, A+B/B എന്ന് ഞാൻ എഴുതിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ എന്താ ചെയ്തത്? ന്യൂമറേറ്ററിനോട് ഡിനോമിനേറ്റർ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ അത് തന്നെ നിങ്ങൾ ചെയ്യണം. 1 + 2/2 എന്ന് എഴുതണം. ഇതിൻ്റെ ലോജിക്ക് എന്താണ്? ഇതിൻ്റെ ലോജിക്ക് വേറൊന്നുമല്ല, സിമ്പിളി യു ആർ ആഡിങ് 1 to each സൈഡ്. ഇവിടെ 1 ആഡ് ചെയ്യാമല്ലോ, ഇവിടെയും 1 ആഡ് ചെയ്തു. 1 ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, അല്ലാണ്ട് അതിൽ വലിയ കാര്യമായിട്ടുള്ള ലോജിക്കൊന്നുമില്ല. അപ്പം ഞാനിവിടെ എന്താ ചെയ്തത്? Imax plus Imin. സി Imax plus Imin എന്ന് പറഞ്ഞാൽ ഇവിടെ ന്യൂമറേറ്ററോട് ഡിനോമിനേറ്റർ ആഡ് ചെയ്തു. ഡു ദ സെയിം തിങ് ഹിയർ. ന്യൂമറേറ്ററോ ഡിനോമിനേറ്റർ ആഡ് ചെയ്യൂ, 9 + 1. പിന്നെ ഇവിടെ എന്താ ചെയ്തത്? Imax minus Imin എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്റർ സബ്ട്രാക്ട് ചെയ്തു. ശരിയല്ലേ? അതിവിടെയും ചെയ്താൽ ന്യൂമറേറ്ററിൽ ഇത് ഡിനോമിനേറ്റർ ഇത് 9 - 1 ഇത് എത്ര കിട്ടി? 10/8 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/4 എന്ന് കിട്ടി. ഇനി 5/4നെ ഈ ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതണം. 5/4 ക്യാൻ ബി റിട്ടൺ ആസ് വാട്ട്? 2 × 2. ലെറ്റ് മീ റൈറ്റ് ഹിയർ. ഇവിടെ ചെയ്യാം. ഓക്കെ, 5/4നെ ഏത് ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതണം? ഇതാ 2 × 2. അപ്പോൾ ആൽഫ 2 ആണെന്ന് മനസ്സിലായി. +1 ഡിവൈഡഡ് ബൈ 4നെ എങ്ങനെ എഴുതാം? 1 + 3 എന്ന് എഴുതാം. 1 + 3. അപ്പോൾ ബീറ്റ 1 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്തായിരിക്കും? 2/1. ആൽഫ പ്ലസ് ബീറ്റ അല്ല, ആൽഫ ബൈ ബീറ്റ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആൽഫ ബൈ ബീറ്റ ഈസ് ഈക്വൽ ടു 2/1 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. സിമ്പിൾ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കുറേ തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എ ലോട്ട് ഓഫ് ടൈം.
നോട്ട് ദാറ്റ്. ഈ റേഷ്യോനെ ഫ്രിഞ്ച് വിസിബിലിറ്റി എന്ന് നമ്മൾ പറയും. ഫ്രിഞ്ച് വിസിബിലിറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ കാൽക്കുലേഷനാണ്. ഇതിലെ ഫിസിക്സിൻ്റെ പാർട്ട് ഇത്രയേ ഉള്ളൂ. ഐമാക്സ് എന്ന് പറഞ്ഞാൽ √I1 + √I2 ഹോൾ സ്ക്വയർ ആണെന്നും ഐമിൻ എന്ന് പറഞ്ഞാൽ √I1 - √I2 ഹോൾ സ്ക്വയർ ആണെന്നും. ഇനി I1 ഏതെടുക്കണം I2 ഏതെടുക്കണം എന്നുള്ള വിഷയമില്ല, കാരണം യു ആർ സ്ക്വയറിങ്. അപ്പോൾ ഇത് നെഗറ്റീവ് നമ്പർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ശരിയല്ലേ? ഏത് വേണേലും I1 എടുക്കുക, ഏത് വേണേലും I2 എടുക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഇതൊക്കെയാണോ എല്ലാവർക്കും? ഇനിയും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയിലെ ക്വസ്റ്റ്യനാണ്. ഏതാണെന്നറിയാമോ? ഇൻറ്റൻസിറ്റി വെൻ സൂപ്പർ പൊസിഷൻ ഹാപ്പൻസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർഫറൻസിൻ സംഭവിക്കുമ്പോഴത്തെ ഇൻറ്റൻസിറ്റി, റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമോ? റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ഈസ് ഇറ്റ് I1 + I2? I1 + I2 ആണോ? അല്ല. ദർ ഈസ് ആൻ ഇൻ്റർഫറൻസ് ടേം ഓൾസോ കംസ്. വാട്ട് ഈസ് ദാറ്റ് ഇൻ്റർഫറൻസ് ടേം? +2 √I1 I2 cos phi. Phi is the phase difference between the wave. √I1 I2 മാത്രമേ ഉള്ളൂ കേട്ടോ. 2 പുറത്താണ്, cos phi പുറത്താണ്, മനസ്സിലാക്കുക. ഇതാണ് ഇക്വേഷൻ. നോക്കൂ, ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ടു ലൈറ്റ് ബീം ഹാവിങ് ഇൻറ്റൻസിറ്റി I ആൻഡ് 9I എന്ന് പറഞ്ഞാൽ I1 I എന്നെടുക്കാം. I1 you have to take as I2 you have to take as 9I. 9I interfere to produce a fringe pattern on the screen. The phase difference between the beam is pi/2 at the point P. അപ്പോൾ what is the intensity at the point P? At the point P, phase difference pi/2 എന്ന് പറയുന്നുണ്ടല്ലോ, pi/2. അപ്പോൾ cos pi/2 എന്നുള്ള 0 ആവും. എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർഫറൻസ് ടേം ഉണ്ടല്ലോ, ഇതിനെ ഇൻ്റർഫറൻസ് ടേം എന്നാണ് പറയുക. ആ ഇൻ്റർഫറൻസ് ടേം 0 ആവും. അപ്പോൾ എത്ര കിട്ടി? I1 + I2. I1 + I2 എന്ന് പറഞ്ഞാൽ I + 9I. ഹൗ മച്ച് ഡിഡ് യു ഗെറ്റ്? 10I ആണ് അവിടുത്തെ ഇൻറ്റൻസിറ്റി, പിയിലെ ഇൻറ്റൻസിറ്റി. ഇനി വേറൊരു പോയിന്റിനെ കുറിച്ചും പറയുന്നുണ്ട്. ആൻഡ് പൈ അറ്റ് പോയിന്റ് Q. അപ്പോൾ ഇൻറ്റൻസിറ്റി അറ്റ് പോയിന്റ് Q എത്രയായിരിക്കും പറ? അതെത്രയാണെന്ന് ചോദിച്ചാൽ പൈ ആണ്. ഈ കോസ് ഫൈക്ക് പൈ കൊടുക്കുക. അപ്പോൾ കോസ് പൈ എന്നുള്ളത് കോസ് പൈ ആയി -1I. അപ്പോൾ ഇത് എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ I + 9I മൈനസ്, എന്തുകൊണ്ടാണ് മൈനസ് വരുന്നതെന്ന് അറിയാമല്ലോ? എന്തുകൊണ്ടാണ് മൈനസ് വരുന്നത്? കോസ് പൈയുടെ വാല്യൂ -1 ആയതുകൊണ്ട്. 2 √I1 I2 9I². അപ്പോൾ ഇത് 10I -6I എന്ന് വന്നു, ശരിയല്ലേ? 3 comes out 6I എന്ന് വന്നു. I² ആണ് കേട്ടോ. 6I which is equal to 4I. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇവയുടെ ഡിഫറൻസ് ആണ്. ദെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി അറ്റ് P ആൻഡ് Q എന്ന് പറഞ്ഞാൽ ദിസ് മൈനസ് ദിസ്. ഇൻറ്റൻസിറ്റി അറ്റ് P മൈനസ് ഇൻറ്റൻസിറ്റി അറ്റ് Q ഈസ് വാട്ട് വി റിക്വയർ. വാട്ട് ഈസ് ദാറ്റ്? 10. ദിസ് ഈസ് 10 -4. 10I -4I ഈക്വൽ ടു 6I. ആൻസർ ഈസ് 6I. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Only the thing is you must know this equation. Don't ever forget this equation. This is very very important. പല ക്വസ്റ്റ്യനിലും ഈ ഇക്വേഷൻ, പല ക്വസ്റ്റ്യനിലും നിങ്ങളിത് യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ ഇക്വേഷൻ മറക്കരുത്. ഇത് ബേസ് ചെയ്ത് പല തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? പേപ്പറും പെന്നും എടുത്തിട്ട് എഴുതിയെടുക്കുക. അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കരുത്. ജസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ, ദാറ്റ്സ് വാട്ട് യു ഹാവ് ടു ഡു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഇതും ഫ്രിഞ്ച് വിസിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, ഇത് വേറൊരു ഇയർ ചോദിച്ചതാണ്. കണ്ടോ, ദ ഇൻറ്റൻസിറ്റി പാറ്റേൺ ഈസ് ഒബ്റ്റെയിൻഡ് വിത്ത് ടു കൊഹറൻറ്റ് ലൈറ്റ് ഇഫ് ഇൻറ്റൻസിറ്റി 4:1. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ 1:4 ആയിരുന്നു, ഇത് 4:1. ദെൻ ദ റേഷ്യോ Imax + Imin ഡിവൈഡഡ് ബൈ Imax / Imin ഈസ് 5/x. എങ്കിൽ വാല്യൂ ഓഫ് എക്സ് എത്ര? സെയിം തിങ്, ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ ആദ്യമേ എന്താണ് Imax എത്രയാണെന്ന് എഴുതുക. Imax എത്രയാണ്? ഇക്വേഷൻ √I1 + √I2 ഹോൾ സ്ക്വയർ. I1 എന്തെടുക്കാൻ നമുക്ക്? ഈ റേഷ്യോയിലുള്ള 4 എന്നെടുത്തു. I1 ഈസ് 4 എടുത്തു. അപ്പോൾ √I1 എന്ന് പറഞ്ഞാൽ √4. 2 2 + 3 3യുടെ സ്ക്വയർ 9 എന്ന് കിട്ടി. ദെൻ Imin വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് √I1 - √I2 all square. What is that? 2 - 1 square എന്ന് പറഞ്ഞാൽ 1. ഇനി ഇതിൻ്റെ റേഷ്യോ എടുക്കുക. ഇതിൻ്റെ റേഷ്യോ
ഇതിൻ്റെ റേഷ്യോ 9/1. ഇനി ഇവിടെ കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ അപ്ലൈ ചെയ്യുക. എന്താ ഐ മാക്സ് പ്ലസ് ഐ മിൻ എന്ന് നിങ്ങൾ കണ്ടാൽ ഐ മിൻ എന്ന് കണ്ടാൽ ഇവിടെ അത് തന്നെ ചെയ്യൂ. 9+1 ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് ചെയ്തു ഐ മാക്സ് ബൈ ഐ മിൻ ഐ മാക്സ് മൈനസ് ഐ മിൻ. അപ്പോൾ എന്ത് ചെയ്യണം 9 - 1 ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 10/8 അത് കിട്ടി 5/4. അപ്പോൾ ദിസ് ഇക്വേറ്റ് ടു വിത്ത് 5/x എന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ് 4. വാല്യൂ ഓഫ് എക്സ് ഈസ് 4. ഓക്കെ. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് എ ക്വസ്റ്റ്യൻ യു ക്യാൻ എക്സ്പെക്റ്റ് മോസ്റ്റ് ലൈക്ക്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ കൂടുതൽ ടൈമും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ ഇനി അടുത്തതും ഏകദേശം അതുപോലെ തന്നെയാണ്. കാൽക്കുലേഷൻ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ കാൽക്കുലേഷൻ വളരെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ. നോക്കൂ കോഹറൻറ്റ് ലൈറ്റ് സോഴ്സ് ഹാവിങ് ഇൻറ്റൻസിറ്റി ഇൻ ദ റേഷ്യോ 2x. ഇൻറ്റൻസിറ്റി ഇൻ ദ റേഷ്യോ 2x എന്ന് പറഞ്ഞാൽ 2x:1 എന്നല്ലേ അർത്ഥം. അപ്പോൾ I1/I2 എങ്ങനെ എഴുതണം I1/I2 ക്യാൻ ബി റിട്ടൺ ആസ് 2x/1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. I1 നിങ്ങൾ 2x എടുത്തോളൂ, I2 നിങ്ങൾ 1 എടുക്കണം. അപ്പം I1 2x എടുക്കുകയാണെങ്കിൽ I2 1 എടുക്കുക. പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഇൻ്റർഫറൻസ് പാറ്റേൺ ഇത് റേഷ്യോ I max minus I min. നോക്കി I max minus I min ഡിവൈഡ് ബൈ I max plus I min. ലിറ്റിൽ ചേഞ്ച് ആണ് ചെയ്തേക്കുന്നത് ഇല്ലേ. I max minus I min ഡിവൈഡഡ് ബൈ I max plus I min. പ്രൊസീജിയർ ഒന്ന് തന്നെ. I max എഴുതുക. വാട്ട് ഈസ് I max? I max ഈസ് ഈക്വൽ ടു റൂട്ട് I1. I am not going to write root 2x plus root 1 square ആണല്ലോ. റൂട്ട് I1 plus root I1 plus root I2 square. I min root I1 എന്ന് പറഞ്ഞാൽ root 2x plus root 1 which is 1 plus അല്ല മൈനസ് സ്ക്വയർ. ഇനി ഇതിൻ്റെ റേഷ്യോ ഓക്കെ ആണോ. ടേക്ക് ദ റേഷ്യോ എന്നിട്ട് കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ I max minus I min അപ്പോൾ I max minus I min എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ റൂട്ട് 2x plus 1 സ്ക്വയർ മൈനസ് ഡിനോമിനേറ്റർ റൂട്ട് 2x minus 1 സ്ക്വയർ ഡൺ divided by then what I max plus I min divided by I max plus I min എന്ന് പറഞ്ഞാൽ റൂട്ട് 2x plus 1 സ്ക്വയർ plus I min what is that റൂട്ട് 2x minus 1 സ്ക്വയർ. ഇത് a plus b whole square minus a minus b whole square എന്നുള്ള ഫോർമുല 4ab that is this is 4 root 2x 4ab. b is 1 no. ഇത് a plus b whole square plus a minus b whole square എന്നുള്ള ഫോർമുല. അപ്പം മിഡിൽ ടേം പോവും 2ab ടേം പോവും. അപ്പം 2 times a square plus b square 2 times a square എന്ന് പറഞ്ഞാൽ റൂട്ട് 2x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x plus b square 1. ഇനിയും ഒരു കാര്യം ചെയ്യുക, ഈ 2നെ 4നെ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ 2 എന്ന് എഴുതുക. അപ്പോൾ ആൻസർ 2 root x divided by 2x plus 1 2 root x divided by 2x plus 1 ഹിയർ ഇസ് ദ ആൻസർ. അപ്പോൾ ഇതേ ടൈപ്പ് 3 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിച്ചു. ഇനി ഈ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്, ജസ്റ്റ് ഡയറക്ട്ലി അറ്റാക്ക്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. 4 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, അതിൽ 3 എണ്ണം ഒരേ പാറ്റേൺ ആണ് ഞാൻ എടുത്തത്. ഓക്കെ. ഈ 3 ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചെയ്യാൻ ഉള്ള കേപ്പബിലിറ്റി ഉണ്ടാവണം. നെക്സ്റ്റ് യു സി അനദർ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആക്ച്വലി ഞാൻ വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഡിസ്കഷനിൽ എടുത്തിട്ടേ ഇല്ല. കാരണം നിങ്ങളെ സബ്ജക്റ്റ് പഠിപ്പിക്കുക എന്നുള്ളതല്ല ഈ മാരത്തോണിൻ്റെ ഉദ്ദേശം. മാക്സിമം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുക. നോക്കൂ, എ യങ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് 12 millimeter. ഫ്രിഞ്ച് വിഡ്ത്ത് ഇൻ എയർ നിങ്ങൾക്കറിയാം. ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ എന്ന് എഴുതും നമ്മൾ ഇല്ലേ. ലാംഡ d/d where this notation has usual meaning. Lambda is the wavelength, d is the screen distance, the small letter d is the separation between the slit. ഇനി എന്താ ചെയ്ത് ഈ അറേഞ്ച്മെൻറ്റ് വാട്ടറിലേക്ക് താത്തി. ഈ അറേഞ്ച്മെൻറ്റ് വാട്ടറിലേക്ക് താത്തുമ്പം ഡിയും മാറില്ല, അതേ അറേഞ്ച്മെൻറ്റ് വാട്ടറിലേക്ക് താത്തി. പക്ഷേ ലാംഡയ്ക്ക് മാറ്റം ഉണ്ടാവും. വേവ് ലെങ്ത് ഡിപ്പെൻസ് ഓൺ മീഡിയം. ശരിയാണോ ഇല്ലയോ?
വേവ് ലെങ്ത് ഡിപ്പെൻഡ്സ് ഓൺ മീഡിയം, നമുക്കറിയാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് വേവ് ലെങ്ത് ഇൻ എയർ ലാംഡ 0 എന്ന് വിളിച്ചു, ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ ലാംഡ എന്ന് വിളിച്ചു, ലാംഡ വേവ് ലെങ്ത് ഇൻ എയർ ലാംഡ ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത് ഇൻ മീഡിയം. ഇത് ഓർമ്മയുണ്ടോ? ലൈക്ക് ദാറ്റ് വെലോസിറ്റി ഇൻ എയർ സി ഡിവൈഡ് ബൈ വെലോസിറ്റി ഇൻ മീഡിയം എന്ന് പറയുന്ന പോലെ തന്നെ ഇത് ന്യൂ ലാംഡ, ഇത് ന്യൂ ലാംഡ എം ആണല്ലോ. അപ്പോൾ നമുക്ക് മീഡിയത്തിലെ വേവ് ലെങ്ത് വേണമെങ്കിലോ, ഇഫ് യു വാണ്ട് വേവ് ലെങ്ത് ഇൻ മീഡിയം യു ഹാവ് ടു ജസ്റ്റ് ഡു ദിസ്, വേവ് ലെങ്ത് ഇൻ എയർ ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 4/3. ദെൻ ഫ്രിഞ്ച് വിഡ്ത്തിന് എന്ത് സംഭവിക്കും? ഫ്രിഞ്ച് വിഡ്ത്തിന് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ പുതിയ ഫ്രിഞ്ച് വിഡ്ത്ത് ആവും. അത് d/d അതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ലാംഡ എന്തായെന്നാണ് ഞാൻ പറഞ്ഞത്? പുതിയ ലാംഡയായി, ലാംഡ ബൈ മ്യൂ ആയി, ലാംഡ ബൈ മ്യൂ d/d. ഇനി ഇത്രയും ഭാഗം എന്താ? ബീറ്റ അല്ലേ? ആലോചിച്ച് നോക്കിയേ, ലുക്ക്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ബീറ്റ ബൈ മ്യൂ എന്ന് എഴുതിക്കൂടെ? സോ ന്യൂ ബീറ്റ ഈസ് ബീറ്റ ഇൻ എയർ ബൈ മ്യൂ. ബീറ്റ ഇൻ വാട്ടർ ഈസ് ബീറ്റ ഇൻ എയർ ബൈ മ്യൂ. ദെൻ ബീറ്റ ഇൻ വാട്ടർ ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻ എയർ എത്രയായിരുന്നു? 12 വാട്ട് എവർ ദ യൂണിറ്റ് ഈസ് മില്ലിമീറ്റർ, ലെറ്റ് ഇറ്റ് ബി, ഡിവൈഡഡ് ബൈ 4/3. 4/3 എന്നുള്ളത് ബൈ 3 ഞാൻ മുകളിലോട്ട് എഴുതി. അപ്പോൾ ഇത് 3 3s are 9 യൂണിറ്റ് millimeter, because this 12 is in millimeter, therefore this also is in millimeter. അപ്പോൾ ആൻസർ ഉണ്ടോ എന്ന് നോക്കി. 12. Here is the answer. 12. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ചോദിക്കാൻ സാധ്യതയുണ്ട്, ചോദിച്ചിട്ടുമുണ്ട്, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ, ഒറ്റ ലൈനിൽ ആൻസർ കിട്ടും. ഏതാണ് ഓർത്ത് വെക്കേണ്ടത്? ബീറ്റ ഇൻ ലിക്വിഡ് ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻ എയർ ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലിക്വിഡ്. ഇത് ഓർത്താൽ മതി. ഈ സ്റ്റെപ്പ് അറിയാമെങ്കിൽ ഈ 2 ലൈനുകളൊന്നും എഴുതേണ്ട കാര്യമില്ല, ഒറ്റ അടിക്ക് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സി നോക്കൂ. Young double-slit experiment performed using monochromatic light of wavelength lambda. Then the glass plate mu 1.5 of thickness x lambda is introduced in the path of one of the interfering beam. The intensity at the position where the center maximum occurred previously remains unchanged. Intensity did not change. പക്ഷേ പാറ്റേൺ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ സെൻട്രൽ മാക്സിമത്തിൻ്റെ ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വേറൊരു മാക്സിമം സെൻട്രൽ മാക്സിമത്തിൻ്റെ സ്ഥലത്ത് വന്നു എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഫ്രിഞ്ച് ഷിഫ്റ്റ് വിൽ ബി ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫ്രിഞ്ച് വിഡ്ത്ത്. ഫ്രിഞ്ച് ഷിഫ്റ്റ് വിൽ ബി ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫ്രിഞ്ച് വിഡ്ത്ത്. ഞാൻ വരച്ച് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഐഡിയ കിട്ടും. ദ ഇൻറ്റൻസിറ്റി അറ്റ് ദ പൊസിഷൻ വെയർ ദ സെൻട്രൽ മാക്സിമം ഒക്കേർഡ് പ്രീവിയസ്ലി റിമെയിൻ അൺചേഞ്ച്ഡ് എന്ന് പറയുന്നുണ്ട്. വാല്യൂ ഓഫ് എക്സ്. ലിസൺ ഹിയർ ചിൽഡ്രൻ. വെൻ നത്തിങ് ഈസ് പ്ലേസ്ഡ്, ലുക്ക്, വെൻ നത്തിങ് ഈസ് പ്ലേസ്ഡ് fringe width was like this. As fringe pattern was like this, suppose fringe pattern was like this, okay, when nothing is placed. The center was like this. When something is placed, what will happen? If something is placed here, or let me take an arbitrary point, okay. When something is placed, path difference in this path will increase. അപ്പോൾ ഇവിടുത്തെ പാത്ത് ഡിഫറൻസും ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ കൂടണം. ഇവിടുത്തെ ഓൾറെഡി കൂടിയിട്ടാണ് ഉള്ളത്, കൂടണം. അപ്പോൾ ഈ ഫ്രിഞ്ച് പാറ്റേൺ മൊത്തത്തിൽ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. എന്ത് ഷിഫ്റ്റ് ചെയ്യും? ഫ്രിഞ്ച് പാറ്റേൺ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതല്ലേ? ഈ ഫ്രിഞ്ച് പാറ്റേൺ എന്ത് സംഭവിക്കും? ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. പക്ഷേ ഈ കേസിൽ ഷിഫ്റ്റിങ് സംഭവിച്ചിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ സെൻട്രൽ മാക്സിമത്തിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് മാറ്റം വന്നിട്ടില്ല. കണ്ടോ, പഴയ ഇൻറ്റൻസിറ്റി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഫ്രിഞ്ച് ഷിഫ്റ്റ് ഉണ്ടല്ലോ, ഫ്രിഞ്ച് ഷിഫ്റ്റ് എത്ര ഷിഫ്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ ഡെൽറ്റ വൈ ഷിഫ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അത് ഏതോ ഒരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫ്രിഞ്ച് വിഡ്ത്ത് ആയിരിക്കണം. ഫ്രിഞ്ച് ഷിഫ്റ്റ് മസ്റ്റ് ബി ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫ്രിഞ്ച് വിഡ്ത്ത്. എന്നാലേ അവിടുത്തെ ഇൻറ്റൻസിറ്റി മാറാതിരിക്കുള്ളൂ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, ശ്രദ്ധിക്കുക. ഞാൻ ഇതിൽ മാർക്ക് ചെയ്യുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് ചാപ്റ്റർ. ഇനിയും നിങ്ങൾക്ക് ഫ്രിഞ്ച് ഷിഫ്റ്റിൻ്റെ ഇക്വേഷൻ അറിയാമോ? അറിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് ദ ഇക്വേഷൻ. d/d mu minus 1 into t. T is the thickness of the glass plate introduced. Mu is its refractive index. ഇതാണ് ഫ്രിഞ്ച് ഷിഫ്റ്റിൻ്റെ ഇക്വേഷൻ. മോർ ഓവർ ദാറ്റ്, ഇതിനെ ബീറ്റയുടെ ടേമിൽ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ബീറ്റയുടെ ഇക്വേഷൻ അറിയാമല്ലോ. ലെറ്റ് മീ റൈറ്റ് ഹിയർ സംവെയർ. ഹിയർ ബീറ്റയുടെ ഇക്വേഷൻ എന്താ? ബീറ്റ ഈസ് ഈക്വൽ ടു നോട്ട് ബീറ്റ എന്ന് പറഞ്ഞാൽ ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ലാംഡ d/d ആണല്ലോ.
അപ്പോൾ ഈ ഡി ബൈ ഡിക്ക് പകരം ബീറ്റ ബൈ ലാംഡ എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇതേ ഇക്വേഷനെ ഈ ഇക്വേഷനെ ഫ്രിഞ്ച് ഷിഫ്റ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ ലാംഡ മ്യൂ മൈനസ് 1 ഇൻറ്റു ടി എന്ന് എഴുതാം. ഈ ഫോർമാറ്റും പഠിക്കണം. ദിസ് ഈസ് മോർ യൂസ്ഫുൾ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഡെൽറ്റ വൈ ഉണ്ടല്ലോ ഫ്രിഞ്ച് ഷിഫ്റ്റ്, അത് ബീറ്റയുടെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇതിനെ എൻ ബീറ്റ എന്ന് എഴുതൂ. എൻ ബീറ്റ ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ ലാംഡ ഇൻറ്റു മ്യൂ മൈനസ് 1. മ്യൂ എത്രയാണ്? മ്യൂ 1.5 ആണ്. 1.5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1/2. മ്യൂ മൈനസ് 1/2. ഇനി തിക്നെസ് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? തിക്നെസ് ഈസ് ഈക്വൽ ടു എക്സ് ലാംഡ എന്നാണ് പറഞ്ഞത്. എക്സ് ലാംഡ കണ്ടോ, നൈസ്ലി ദിസ് ബീറ്റ വിൽ ഗോ, ലാംഡ വിൽ ഗോ. യു വിൽ ഗെറ്റ് എക്സ് ആസ് എക്സ് ടേൺസ് ഔട്ട് ടു ബി വാട്ട്? 2n. n ആണ് ഇൻറ്റീജർ മൾട്ടിപ്പിൾ അല്ലേ? 2n ഈവൻ മൾട്ടിപ്പിൾ. ഈവൻ നമ്പർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എക്സ് മസ്റ്റ് ബി ആൻ ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷനിൽ ഈവൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം ആൻസറാണ്. 202, 404, 606. ഓക്കെ, അപ്പോൾ എക്സ് ലെറ്റ് മീ റൈറ്റ്. എക്സ് ഈസ് ഈക്വൽ ടു 2, 4, 6, 8, so on. ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക. ഈവൻ നമ്പർ വരണം. ഇത് ഈവൻ നമ്പർ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഇതിലെന്താ നിങ്ങൾ ഓർത്തി വെക്കേണ്ടത്? ഈ ഇക്വേഷൻ. ഈ കോൺസെപ്റ്റ് ഓർക്കണം. എവിടെയാണോ പ്ലേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങോട്ട് ഷിഫ്റ്റ് ആവും, പാറ്റേൺ മൊത്തം അങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ഈ ഇക്വേഷൻ ഓർക്കണം. ഈ ഇക്വേഷൻ, ദിസ് ഈസ് മോർ യൂസ്ഫുൾ ഫോം. ബോത്ത് ഓഫ് ദം ആർ ദ സെയിം ഇക്വേഷൻ. ഇതും ഒരേ ഇക്വേഷനാണ്. അത് രണ്ടും ഓർത്തും വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഗോയിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുറച്ച് സ്പീഡാക്കാം, അല്ലെങ്കിൽ തീർന്നു എന്ന് വരില്ല. കുറച്ച് സ്പീഡാക്കാം അല്ലേ? കുറച്ച് സ്പീഡാക്കാം. ഇൻ യങ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് വേരീസ് ആസ് d0 a0 സൈൻ ഒമേഗ ടി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ സിനുസോയിഡലി വേരി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡി ഒരു ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നില്ല, ഇങ്ങനെ വേരി ചെയ്യുന്നു അല്ലേ? ഇങ്ങനെ വേരി ചെയ്യുന്നു. ഒരു സ്ലിറ്റ് ഫിക്സഡ് ആണെന്ന് വിചാരിച്ചോ, രണ്ടാമത്തെ സിനുസോയിഡലി വേരി ചെയ്യുന്നു, ഇങ്ങനെ വേരി ചെയ്യുന്നു. അപ്പോൾ മിനിമം എത്രയാണ്? ഡിയുടെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ എനിക്ക് വേണം. ഡി മിൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ എത്ര? സൈനിൻ്റെ മിനിമം വാല്യൂ -1 അല്ലേ? അപ്പോൾ d0 മൈനസ് a0 ഈസ് ദ മിനിമം. ഡിയുടെ മാക്സിമം വാല്യൂ എത്രയാണ്? ഡി മാക്സ് എത്രയാണ്? d0 പ്ലസ് a0. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ മിനിമം സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ലിറ്റ് d0 മൈനസ് a0യും മാക്സിമം d0 പ്ലസ് a0യുമാണ്. d0 and omega a0 are all positive constant. Difference between largest fringe width and smallest fringe width obtained over the time. അപ്പോൾ ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ അറിയാവോ എന്ന് ആലോചിക്കുക. ഫ്രിഞ്ച് വിത്ത് ഈസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. ഇതാണല്ലോ. അപ്പോൾ ലാംഡ ഡി ഡിപ്പെൻഡൻ്റ് ആണോ അല്ലയോ? അതെ. ഡി ഈസ് ചേഞ്ചിങ് വിത്ത് ടൈം. അപ്പോൾ ലാംഡ വിൽ ഓൾസോ വേരി വിത്ത് ടൈം, നോ ഡൗട്ട് അറ്റ് ഓൾ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് മിനിമം വേണം, ഇത് മാക്സിമം ആയിരിക്കണം അല്ലേ? ഇത് മാക്സിമം വേണം, ഇത് മിനിമം ആയിരിക്കണം. നിങ്ങൾക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സ് മൈനസ് ബി മിൻ വേണമെങ്കിൽ ലാംഡ ഡി പുറത്തിടാം. മാക്സിമം കിട്ടുന്നത് എപ്പോഴാണ്? 1/d മിനിമം ആകുമ്പോൾ. ഇത് മാക്സിമം കിട്ടണ ഡി മിനിമം ആയിരിക്കണം. ഡിയുടെ മിനിമം വാല്യൂ എത്രയാണ്? d0 മൈനസ് a0. പിന്നെ ഡിഫറൻസ് അല്ലേ മൈനസ്. ഇനിയും ഡി മിനിമം കിട്ടുന്നത് എപ്പോഴാണ്? ഇത് മാക്സിമം ആകുമ്പോൾ. അപ്പോൾ 1/d0 പ്ലസ് a0. ഇത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്നുള്ള ഫോമിലല്ലേ? വാട്ട് യു വിൽ ഗെറ്റ്? ലാംഡ ഡി ഇൻറ്റു ഇതിങ്ങോട്ട് വന്നു, അത് അങ്ങോട്ട് വന്നു, d0 പോയി 2a0 ആയി, 2a0 മുകളിലായി. ഇത് d0 സ്ക്വയർ മൈനസ് a0 സ്ക്വയർ, a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്നുള്ള ഫോമിൽ. അപ്പോൾ 2 ലാംഡ ഡി a0 d0 സ്ക്വയർ മൈനസ് a0 സ്ക്വയർ, 2 ലാംഡ ഡി a0 d0 സ്ക്വയർ മൈനസ് a0 സ്ക്വയർ. ഹിയർ ഈസ് ദ ആൻസർ. ഇതൊന്നുമില്ല, ഈക്വേഷൻ അറിയാവുന്ന ഏതൊരു കുട്ടിക്കും അത് ചെയ്യാൻ പറ്റണം. എനിവൺ ഹൂ നോസ് ദിസ് ഇക്വേഷൻ ഷുഡ് ബി ഏബിൾ ടു ഡു ദിസ്. ബീറ്റ ലാംഡയുടെ മിനിമം വാല്യൂ എടുക്കുക, ബീറ്റ മാക്സിമം കിട്ടാൻ. ബീറ്റ മിനിമം കിട്ടിയാൽ ലാംഡയുടെ മിനിമം വാല്യൂ എടുക്കുക. ബിക്കോസ് ദേ ആർ ഇൻവേഴ്സ്ലി പ്രപ്പോസ്. ബീറ്റ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോസ് ടു ഡി. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഇത് ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നോക്കൂ,
നോക്കൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫേസ് ഡിഫറൻസും ഇൻറ്റൻസിറ്റിയും ഫേസും തമ്മിലുള്ള ബന്ധം നിങ്ങൾ നോക്കൂ. ലുക്ക് യങ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഈസ് പെർഫോംഡ് യൂസിങ് മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ. The intensity of light at a point on the screen where the path difference is lambda. പാത്ത് ഡിഫറൻസിൽ നിന്ന് എങ്ങനെയാണ് ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ലാംഡ കാണുന്നിടത്ത് 2π കൊടുത്താൽ മതി. പാത്ത് ഡിഫറൻസ് ലാംഡയുടെ ടേമിലാണ് തന്നിട്ടുള്ളതെങ്കിൽ ലാംഡ കറസ്പോണ്ട് ടു 2π ഫേസ് ഡിഫറൻസ്. ഓക്കെ, കെ യൂണിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമോ? മോണോക്രോമാറ്റിക് ലൈറ്റ്, ഐഡൻറ്റിക്കൽ മോണോക്രോമാറ്റിക് ലൈറ്റുകൾ ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ 4I0 വേർ I0 ഇസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് 1 beam cos സ്ക്വയർ, ഓർമ്മയുണ്ടോ? കോസ് സ്ക്വയർ 5 ഫേസ് ഡിഫറൻസ് ബൈ 2. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷനാണ്. എന്നിട്ട് നമുക്ക് ഒരു ഇൻറ്റൻസിറ്റി തന്നിട്ടുണ്ട്, കെ ആണെന്ന് തന്നിട്ടുണ്ട്. കെ ഈസ് ഈക്വൽ ടു 4I0 കോസ് സ്ക്വയർ 5/2. അവിടുത്തെ പാത്ത് ഡിഫറൻസ് എത്രയാണ്? ലാംഡയല്ലേ. അപ്പോൾ ഫേസ് ഡിഫറൻസ് എത്രയായി? 2π/2 എന്ന് പറഞ്ഞാൽ എത്രയായി? പൈ ആയി. കോസ് പൈ എത്രയാണ്? -1. സ്ക്വയർ ചെയ്യുമ്പോൾ എത്രയാണ്? 1. അപ്പോൾ കോസ് സ്ക്വയർ 5 എന്ന് പറഞ്ഞാൽ 1 ആയി പോകും. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു 4I0 ലിമിറ്റ്. ഇനി വേറൊരു പോയിന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് അറ്റ് എ പോയിന്റ് വേർ ദ പാത്ത് ഡിഫറൻസ് ഈ λ/6. λ/6 എന്ന് പറഞ്ഞാൽ ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും കുട്ടികളെ? പറയാവോ? ഇത് പാത്ത് ഡിഫറൻസ് Δx, ഇത് ഫേസ് ഡിഫറൻസ് Δ5 അല്ലേ? അല്ലെങ്കിൽ 5 എന്ന് വിളിച്ചാലും മതി. ഓക്കെ, ലാംഡ കാണത്തെ 2π കൊടുക്കാനല്ലേ ഞാൻ പറഞ്ഞേ? 2π/6 എന്ന് പറഞ്ഞാൽ π/3. π/3 ആണ് ഫേസ് ഡിഫറൻസ്. അപ്പോൾ ഈ ഇക്വേഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടുത്തെ ഇൻറ്റൻസിറ്റി ഇത് തന്നിട്ടുണ്ട്, nk/12. ലെറ്റ് മീ റൈറ്റ് nk/12. ദാറ്റ് ഈസ് റിട്ടൺ. ദെൻ വാട്ട്? 4I0 ഈസ് റിട്ടൺ. ദെൻ കോസ് സ്ക്വയർ 5/2. 5/2 എന്ന് പറഞ്ഞാൽ π/6. cos π/6 what? cos 30. cos 30 is like sin 60. √3/2. അതിൻ്റെ സ്ക്വയർ 3/4. ശരിയല്ലേ? ഐ ഡിഡ് ഇൻ മൈൻഡ്. ഇതിന് എത്ര കൊടുത്തു? ഇതിന് വാല്യൂ എത്ര കൊടുത്തു? π/3 കൊടുത്തു. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ ഇത് 3I0 എന്ന് കിട്ടി. 3I0 എന്താണ് നമുക്ക് വേണ്ടത്? വാട്ട് വി നീഡ് വേർ n ഈസ് ആൻ ഇൻറ്റജർ. വാല്യൂ ഓഫ് n എത്രയാണ്? വാല്യൂ ഓഫ് n വേണമെങ്കിൽ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യും കുട്ടികളെ. ഈ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ k പോകും. n/12 ഈസ് ഈക്വൽ ടു, ഞാൻ ഡിവൈഡ് ചെയ്ത് ഇതിനെ ഇതുകൊണ്ടാണ്, അപ്പോൾ 3/4. അപ്പോൾ ഇതിങ്ങോട്ട് വന്നു 3 n ഈസ് ഈക്വൽ ടു 9. n ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടി അല്ലേ? 3 3s are 9. n ഈസ് ഈക്വൽ ടു 9. ഇതിലെന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? ഈ ഇക്വേഷൻ. പിന്നെ വേറൊരു ഇൻഫർമേഷൻ, എവറി ലാംഡ കറസ്പോണ്ട്സ് ടു എ ഫേസ് ഡിഫറൻസ് 2π. അതർവൈസ് ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും തമ്മിലുള്ള ബന്ധം എന്നാണ്? 2π/λ ഇൻറ്റു Δx. Δx ലാംഡ ആകുമ്പോൾ ഫേസ് ഡിഫറൻസ് Δxന് ലാംഡ കൊടുത്ത് നോക്കൂ. ഫേസ് ഡിഫറൻസ് എത്ര കിട്ടും? 2π. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എവറി ലാംഡ ഈസ് കറസ്പോണ്ട് ടു ഫേസ് ഡിഫറൻസ് ഹൗ മച്ച്? 2π. അപ്പോൾ λ/2 ആണെങ്കിൽ 2π/2 എന്ന് ചിന്തിച്ചാൽ മതി. ലാംഡ കണ്ടോ? ലാംഡ കാണുന്നിടത്ത് 2π കൊടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Young double slit experiment, 16 fringes are observed in a certain segment when light of wavelength 700 nanometer is used. If the wavelength of light is changed to 400 nanometer, is the number of bright fringes observed in the same segment. Think about a segment, children. ഒരു സെഗ്മെൻറ്റ് ആണെന്ന് വിചാരിക്കുക. ഇതിൽ ഉള്ള ഫ്രിഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത് L ആണെങ്കിൽ L ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ലെങ്ത് L ആണെന്ന് വിചാരിക്കുക, സം n ടൈംസ് ബീറ്റ ആയിരിക്കും. ശരിയല്ലേ? n ഈസ് ആൻ ഇൻറ്റീജർ. ഓക്കെ, ഇതിൻ്റെ ലെങ്തിൽ ഇതൊരു ബീറ്റ, 2 ബീറ്റ, 3 ബീറ്റ, ഈച്ച് വൺ ഈസ് ബീറ്റ, ബീറ്റ. അപ്പം രണ്ട് വേവുകൾ ഉണ്ടെങ്കിലോ വേറൊരു വേവ് കൂടി ഉണ്ടെന്ന് വിചാരിക്കുക, ഇതേ സ്ഥാനത്ത് വേറൊരെണ്ണം കൂടെ, അതിൻ്റെ n മാറും ബീറ്റയും മാറും ഇല്ലേ? അപ്പോൾ നിങ്ങൾക്ക് n ബീറ്റ എന്ന് എഴുതാൻ പറ്റില്ല. യു ഷുഡ് റൈറ്റ് n1 β1 L ലെങ്തിലുണ്ട്, അതേ ലെങ്തിലാണ് n2 β2കളുള്ളത്. ഇനി β1 എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കൂ. n1 β1 എന്ന് പറഞ്ഞാൽ എന്താ? λ1 d/d. β2 എന്ന് പറഞ്ഞാൽ എന്താ? λ2 d/d. അപ്പോൾ d/d പോയിട്ട് ദിസ് ഈസ് ഇക്വേഷൻ n1 λ1 ഈക്വൽ ടു n2 λ2. ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം, ഇങ്ങനെ ഡിറൈവ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല.
ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ ഡിറൈവ് ചെയ്യുന്നേ ഉള്ളൂ. ഐ ഓൾറെഡി ന്യൂ ഇറ്റ്. n1 ലാംഡ 1 ഈക്വൽ ടു n2 ലാംഡ 2 ആണ് ഇവിടുത്തെ കണ്ടീഷൻ. അപ്പോൾ നിങ്ങൾക്ക് n2 വേണമെങ്കിൽ, ഇഫ് യു വാണ്ട് n2, നിങ്ങളോട് n2 ആണ് ചോദിച്ചിട്ടുള്ളത്, n2 ചോദിച്ചിട്ടുണ്ട്. n2 വേണമെങ്കിൽ എന്ത് ചെയ്യണം? n1 ലാംഡ 1 ഡിവൈഡഡ് ബൈ ലാംഡ 2 ചെയ്യുക. n1 ഈസ് ഗിവൺ, എത്ര ഫ്രിഞ്ച് ഫോം ചെയ്തു? 16 ഫ്രിഞ്ച് ഫോം ചെയ്തു. എത്രയായിരുന്നു വേവ് ലെങ്ത്? 700 ആയിരുന്നു. ഇപ്പോഴത്തെ വേവ് ലെങ്ത് എത്രയാണ്? 400 ആണ്. അപ്പോൾ ഈ 2 സീറോയും വെട്ടിക്കളഞ്ഞ് ഇത് 4 ആയാൽ 28, 7 4 28, 28 എണ്ണം ഫോം ചെയ്യും. കണ്ടോ? എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കുറവാണ്, ഫ്രിഞ്ച് വിഡ്ത്തും കുറവായിരിക്കും. കൂടുതൽ നമ്പർ ഓഫ് ഫ്രിഞ്ചസ് യു ക്യാൻ ഗെറ്റ് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ. എത്രയാണ് ആൻസർ? 28. ഉണ്ടോ? ആൻസർ ഉണ്ടോ? യാ, ഹിയർ ഇറ്റ് ഈസ്. ആൻസർ ഈസ് 28. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? അതോ സ്പീഡ് കൂടിപ്പോകുന്നുണ്ടോ? കുറയ്ക്കണോ? നിങ്ങളുടെ ലൈവ് ഒന്ന് കണ്ടു നോക്കട്ടെ, എന്തെങ്കിലും കമൻറ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കട്ടെ. എവിടെയാ? ആർക്കെങ്കിലും എന്തേലും ബുദ്ധിമുട്ടുണ്ടേ പറഞ്ഞോളുക. എന്തേലും ബുദ്ധിമുട്ടുണ്ടേ പറയണം. സ്പീഡ് കൂട്ടണേ കൂട്ടാം, കുറയ്ക്കണേ കുറയ്ക്കാം. നോ പ്രോബ്ലം അറ്റ് ഓൾ. ഓക്കെ, കൂട്ടണേ കൂട്ടും, കുറയ്ക്കണേ കുറയ്ക്കും. എവറിത്തിങ് ഡിപ്പെൻസ് ഓൺ യു. ഓക്കെ, ലൈവ് ചാറ്റൊന്നും ഓക്കെ ആണോ? അവസാനം വരെ ഇരിക്കുക. ഇതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ ചിലപ്പോൾ കിട്ടുവാണെങ്കിൽ രക്ഷപ്പെട്ടില്ല ജയിക്ക്. I have selected the questions considering my experience over the years. ഓക്കെ, അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഏരിയയിൽ നിന്നാണ് ഞാൻ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല ഞാൻ സെലക്ട് ചെയ്തേക്കണേ. ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻ ഞാൻ സെലക്ട് ചെയ്തു. ചിലപ്പോൾ കിട്ടും. ഒരെണ്ണം കിട്ടിയാൽ പോരെ? ഒരെണ്ണം കിട്ടിയാൽ തന്നെ ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ. നോക്കൂ ഇനി അടുത്തത്. In a double slit experiment, when a thin film thickness having refractive index mu is introduced in front of one of the slit, maximum at the center fringe pattern shifted by 1 fringe. ഒറ്റ ഫ്രിഞ്ച് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ബൈ ബീറ്റ ആണെന്ന്. ഓക്കെ, വിത്ത് വാല്യൂ ഓഫ് ടി ഈസ് തിക്നെസ് കണ്ടുപിടിക്കണം. വേർ ലാംഡ ഈസ് വേവ് ലെങ്ത്. ഇത് ലാംഡ എന്നാണ് കേട്ടോ. ഹിയർ ലാംഡ ഈസ് വേവ് ലെങ്ത് എന്ന് പറയുന്നുണ്ട്. ഈ ഇക്വേഷൻ പെട്ടെന്ന് എഴുതാൻ പറ്റണം നിങ്ങൾക്ക്. എന്താണ്? എൻ ബീറ്റ is equal to n beta equal to beta by lambda mu minus 1 into t. ഒറ്റ അടിക്ക് എഴുതാൻ പറ്റണം. ഇതെന്താ? n ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? n ബീറ്റ ഈസ് ഡെൽറ്റ വൈ. ബീറ്റ ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി. വേറെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നായിരുന്നു, ഓർമ്മയുണ്ടോ? ഡെൽറ്റ വൈ ഷിഫ്റ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ഡി ബൈ ഡി ഇൻറ്റു മ്യൂ മൈനസ് 1 ഇൻറ്റു ടി. ഈ ഡി ബൈ ഡിക്ക് ബീറ്റ ബൈ ലാംഡ എന്ന് എഴുതി. ഇത് സം മൾട്ടിപ്പിൾ ഓഫ് ബീറ്റ ആയിരിക്കും സാധാരണ ക്വസ്റ്റ്യനിൽ ഷിഫ്റ്റ് ചെയ്തെന്ന് പറയുന്നത്. ഇവിടെ എത്രയാണ് പറഞ്ഞത്? n1 ആണെന്നാണ് പറഞ്ഞത്. ഹിയർ n ഈസ് ഗിവൺ ആസ് 1 ആണോ ഇല്ലയോ? അതെ, n ഈസ് ഗിവൺ ആസ് 1. അപ്പോൾ ഈ ബീറ്റയും വെട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾക്ക് ടി അല്ലേ വേണ്ടത്? സോ സിമ്പിൾ. ലാംഡ ഡിവൈഡ് ബൈ ടി ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂ മൈനസ് 1. അതാണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗ്ലാസ് പ്ലേറ്റിൻ്റെ തിക്നെസ്. ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂ മൈനസ് 1. ഹിയർ ഇറ്റ് ഈസ്. ഓൺലി ദ തിങ് ഈസ് യു ഷുഡ് നോ ദ ഇക്വേഷൻ. അത്രേ ഉള്ളൂ. ഇത് ഡയറക്റ്റ് അപ്ലിക്കേഷൻ ഓഫ് ഇക്വേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ കുട്ടികളെ. ഇവിടെ എന്താണെന്ന് നോക്കി. കൺസിഡർ എ യങ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. വാട്ട് ഷുഡ് ബി ദ സ്ലിറ്റ് സെപ്പറേഷൻ ഡി in terms of wavelength lambda such that first maximum occurs directly in front of S1. ഫസ്റ്റ് മാക്സിമം ഇവിടെ ഒക്കർ ചെയ്യണം. നോക്കിയാൽ ഇവിടെ ഡയമെൻഷൻസ് എല്ലാം കമ്പയറബിൾ ആയി. ഇത് ഡി, ഇത് 2D ആണ്. നിങ്ങൾക്ക് ബൈനോമിയൽ എക്സ്പാൻഷനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. ഡയറക്റ്റ് മെത്തേഡേ പറ്റുള്ളൂ. നോക്കിയേ, ഒരു വേവ് ഇവിടെ എത്തുന്നു. ലുക്ക് ഹിയർ ത്രൂ ദിസ്. അനദർ വേവ് ഇവിടെ നിന്ന് ഇവിടെ എത്തുന്നു. അത് അവിടെ മിനിമം ഉണ്ടായെന്നല്ലേ പറഞ്ഞേ? മിനിമം ഉണ്ടാവണമെങ്കിൽ അവിടെ പാത്ത് ഡിഫറൻറ്റ്, ഫേസ് ഡിഫറൻസ് പൈ ആയിരിക്കണം. പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കണം? ഡെൽറ്റ എക്സ്. പാത്ത് ഡിഫറൻസ് എന്തായിരിക്കണം? ലാംഡ ബൈ 2 ആയിരിക്കണം. ഓക്കെ, ലാംഡ ബൈ 2. ഓർമ്മയുണ്ടോ? ഓഡ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ബൈ 2 ആയിരിക്കണോ പറഞ്ഞില്ലേ? ഫസ്റ്റ് വണ്ണിന് ലാംഡ ബൈ 2, സെക്കൻഡ് വണ്ണിന് 3 ലാംഡ ബൈ 2, തേർഡ് വണ്ണിന് 5 ലാംഡ ബൈ 2 ആൻഡ് സോ ഓൺ ആയിരിക്കണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇതിൻ്റെ പാത്ത് ഡിഫറൻസ് ജോമെട്രിക്കലി കണ്ടുപിടിക്കണം. ഇത് ഡി ആണെന്നും ഇത് 2D ആണെന്നും ഉണ്ടെങ്കിൽ ഇത് √5D ആണ്. എങ്ങനെ കിട്ടി? √5D. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? എങ്ങനെ കിട്ടി? പൈതഗോറസ് തിയറം ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി.
അപ്പോൾ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ദിസ് ലെങ്ത് മൈനസ് ദിസ് ലെങ്ത്. അത് പാത്ത് ഡിഫറൻസ് എത്രയാണ്? √5 മൈനസ് 2 ഡി കോമൺ ഔട്ട് ചെയ്തു. ഇതാണ് പാത്ത് ഡിഫറൻസ്. ഇറ്റ് മസ്റ്റ് ബി ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ബൈ 2. സിൻസ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ജസ്റ്റ് ലാംഡ ബൈ 2. നമുക്കിതിൽ എന്താണ് വേണ്ടത്? ഡയറക്ട്ലി ഇൻ ഫ്രണ്ട് ഓഫ് ഡി ഇൻ ടേംസ് ഓഫ് ലാംഡ. ഡി കണ്ടുപിടിക്കണം. ഡി ഇൻ ടേംസ് ഓഫ് ലാംഡ കണ്ടുപിടിക്കണം കുട്ടികളെ. ഡി ഈസ് ഈക്വൽ ടു വാട്ട്? ലാംഡ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലാംഡ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു വാട്ട്? √5 minus 2. Here is the answer. Lambda divided by 2 √5 minus 2. ഇതെല്ലാം ഡയറക്റ്റ് കോൺസെപ്റ്റുകൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നോട്ട് ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ലിറ്റിൽ കൺഫ്യൂസിങ്. എവരി വൺ ഹാസ് ടു കെയർഫുള്ളി ലിസൺ ഹിയർ. ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ NCERT-യിലും ഉണ്ട്. യു ക്യാൻ റിഫർ ദാറ്റ് ഓൾസോ. റിഫർ യുവർ NCERT ക്വസ്റ്റ്യൻ ഓൾസോ ചിൽഡ്രൻ. In a double slit experiment, green light falls on a double slit having a separation this much. സ്ലിറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ D തന്നിട്ടുണ്ട്. This is D. What is this? Slit separation. Width തന്നിട്ടുണ്ട്. ഇത് A ആണ് കേട്ടോ. നമ്മൾ A എന്ന് പറയും. Width. Number of bright fringes between the first and second diffraction minimum is. നിങ്ങൾ സാധാരണ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ ഡിഫ്രാക്ഷൻ മറന്നു കളഞ്ഞിട്ട് ഡബിൾ സ്ലിറ്റ് ഇൻ്റർഫറൻസ് പാറ്റേൺ ഇങ്ങനെ ഒരേ ഇൻറ്റൻസിറ്റിയിൽ ഇങ്ങനെ വരയ്ക്കൂല്ലേ? ഇത് ആക്ച്വലി തെറ്റാണ്. ആക്ച്വലി എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് വിൽ ബി എ സൂപ്പർ പൊസിഷൻ ഓഫ് ഇൻ്റർഫറൻസ്, ഡബിൾ സ്ലിറ്റ് ഇൻ്റർഫറൻസ് ആൻഡ് സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാവും ലൈക്ക് ദിസ്, ദ സെൻട്രൽ മാക്സിമം, then first maximum and like this. This is diffraction pattern, and this one get superposed with it. Which one? Your double slit pattern is there, no? That gets superposed with it, and that means product of two functions ആയിരിക്കും ഇത്. ഡബിൾ സ്ലിറ്റിൻ്റെ പാറ്റേണിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടാവും. ഓക്കെ, സിംഗിൾ സ്ലിറ്റിൻ്റെ ഉണ്ടാവും. ഇറ്റ് വിൽ ബി എ പ്രോഡക്റ്റ് ഓഫ് ടു ലൈക്ക് ദിസ്. സി ഹിയർ, നിങ്ങളിങ്ങനെ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പം. ഡാംപ്ഡ് ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു A0 e to the power minus some b divided by 2mt cos omega t. ഇങ്ങനെ പഠിച്ചിട്ടില്ലേ? ദിസ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ ഓഫ് ടി. ആണോ അല്ലയോ? ഇതും അങ്ങനെ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ NCERT അത് തന്നിട്ടില്ല, നിങ്ങൾ പഠിക്കാൻ വേണ്ട. തൽക്കാലം ഇത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമെന്നറിയാവോ? ഈ സെൻട്രൽ മാക്സിമത്തിന്, ഇതാ ഈ സെൻട്രൽ മാക്സിമം ഉണ്ടല്ലോ, ഈ സെൻട്രൽ മാക്സിമത്തിൻ്റെ ഇടയിൽ എത്ര ഡബിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ, ഡബിൾ സ്ലിറ്റ് ഇൻ്റർഫറൻസ് പാറ്റേൺ ഉണ്ട്. ഈ സെൻട്രൽ മാക്സിമിൻ്റെ ആംഗുലാർ വിഡ്ത്ത് നിങ്ങൾക്ക് അറിയാവോ കുട്ടികളെ? ആംഗുലാർ വിഡ്ത്ത് ഫോർ സ്മോൾ ആംഗിൾ, ആംഗുലാർ വിഡ്ത്ത് നിങ്ങൾക്കറിയാം 2 λ/a ആണ് ആംഗുലാർ വിഡ്ത്ത്. ഇതിൻ്റെ ആംഗുലാർ വിഡ്ത്ത് അറിയാവോ? ഇതിൻ്റെ ആംഗുലാർ വിഡ്ത്ത് λ/d അല്ലേ? ആംഗുലാർ വിഡ്ത്താണ് പറയുന്നത് കേട്ടോ, λ/d അല്ലേ? അപ്പം ഇതിൽ എത്ര ഇതുണ്ടെന്ന് നോക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഈസ് ഈക്വൽ ടു 2 λ/a ഡിവൈഡഡ് ബൈ λ/d. അപ്പോൾ എത്ര കിട്ടും? എത്ര എണ്ണം കിട്ടും? 2d/a എന്ന് കിട്ടും. ഇത് നിങ്ങളുടെ NCERT തന്നിട്ടുണ്ടെന്ന് നോക്കുക. പക്ഷേ നിങ്ങളോട് ഈ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിഫറൻ്റ് ആണ്. എന്താണ് ഡിഫറൻ്റ് എന്നറിയാവോ? ഡിഫറൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിഫ്രാക്ഷൻ മിനിമം. ഫസ്റ്റിനും സെക്കൻഡിനും ഇടയിൽ എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ ഇതല്ല ചോദ്യം. ഓക്കെ, ഇത് എത്രയാ? സെൻറ്ററിൻ്റെ ഉള്ളിൽ എത്ര എണ്ണം ഉണ്ടെന്നാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഇത് നിങ്ങളുടെ NCERT-യിലുണ്ട്. ഇതും ഒന്ന് നോക്കി വെക്കുക കേട്ടോ, അതും നോക്കി വെക്കുക. എന്നിട്ട് ഇത് നോക്കുക. ഇത് ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കുക. നോക്കൂ, ഇവിടെ ഇതിൻ്റെ ആംഗുലാർ പൊസിഷൻ നിങ്ങൾക്ക് അറിയാമോ? ഡു യു നോ ഇറ്റ്സ് ആംഗുലാർ പൊസിഷൻ ഓഫ് ഫസ്റ്റ് മിനിമ? ലിസൺ. ആംഗുലാർ പൊസിഷൻ, ഫസ്റ്റ് മിനിമയുടെ ആംഗുലാർ പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ λ/a ആണ്. ആക്ച്വലി സൈൻ ഇൻവേഴ്സ് λ/a. ഇതാണ് ഇക്വേഷൻ കേട്ടോ. a sin തീറ്റ ഈക്വൽ ടു n λ ഫോർ മിനിമ. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു n λ/a. അപ്പോൾ തീറ്റ എത്രയാണെന്ന് ചോദിച്ചാൽ സൈൻ ഇൻവേഴ്സ് n λ/a എന്ന് വരും.
പക്ഷേ ലാംഡ ബൈ എ വളരെ ചെറിയൊരു നമ്പറാണ് കണ്ടോ. ലാംഡ ഏത് യൂണിറ്റിലാണെന്ന് നോക്കിയേ. ലെറ്റ് മീ ചെക്ക് ഇറ്റ്. ലാംഡ ആംസ്ട്രത്തിലാണ് കണ്ടോ. എ മൈക്രോമീറ്ററിലാണ്. അപ്പം ലാംഡ ബൈ എ ഈസ് എ വെരി സ്മോൾ നമ്പർ. അങ്ങനെയുള്ള കേസിൽ സൈൻ തീറ്റയ്ക്ക് പകരം നിങ്ങൾക്ക് എന്തെടുക്കാം, തീറ്റ എന്ന് എടുക്കാം. ഇവിടെ തീറ്റ എത്രയാണ്? തീറ്റ ഫസ്റ്റ് മിനിമം അല്ലേ, ലാംഡ ബൈ എ. സെക്കൻഡ് മിനിമയുടെ ലാംഡ എത്രയാണെന്ന് പറയാം, തീറ്റ എത്രയാണെന്ന് പറയാം. ഇത് തീറ്റ 1 എന്ന് വിളിച്ചു. സെക്കൻഡ് മിനിമയുടെ 2 ടൈംസ് എന്നിന് 2 കൊടുത്താൽ മതി. 2 ലാംഡ ബൈ എ ആണ്. അങ്ങനെയെങ്കിൽ ഈ ആംഗുലാർ വിഡ്ത്ത് എത്രയാണ്? ലാംഡ ബൈ എ ആണ്. ലാംഡ ബൈ എ ആണ് ആംഗുലാർ വിഡ്ത്ത്. ഇത് 2 ലാംഡ ബൈ എ, ഇത് ലാംഡ ബൈ എ. അപ്പം 2 ലാംഡ ബൈ എ മൈനസ് ലാംഡ ബൈ എ ഈസ് ദ ആംഗുലാർ വിഡ്ത്ത്. ഇനിയും ഡബിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ്റെ ആംഗുലാർ വിഡ്ത്ത് എത്ര? ഇത് ഓരോന്നിൻ്റെ എത്രയാണെന്ന് പറയാമോ നിങ്ങൾക്ക്? ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആംഗുലാർ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ ഡി ആണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ലാംഡ ബൈ ഡി ആണെന്ന്. അപ്പം ഈ ലാംഡ ബൈ എയിൽ എത്ര ലാംഡ ബൈ ഡി ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പം നമ്പർ ഓഫ് ഫ്രിഞ്ചസ് യു ഗെറ്റ് ഈസ് ലാംഡ ബൈ എ ആംഗുലാർ വിഡ്ത്തിൽ എത്ര ലാംഡ ബൈ ഡികളുണ്ട്. ദാറ്റ് ഈസ് ഡി മൈ ബൈ എ. See one thing, very important thing, it does not depend on lambda. ഏത് ലാംഡ ഉപയോഗിച്ചാലും നമ്പർ ഓഫ് ഫ്രിഞ്ചസ് got accommodated in this region will be the same. D എത്രയാണ് കുട്ടികളെ തന്നിട്ടുള്ളത്? D is given as 19.44 and A is given as 4.05. It is nearly ഇതിനെ 4 എന്നും ഇതിനെ 20 എന്നും കരുതിക്കോ ഫോർ ദ ടൈമിങ്. നിയർലി 5 എന്ന് പറഞ്ഞാൽ 5 കംപ്ലീറ്റ് ഉണ്ടായാലോ കേട്ടോ. യു വിൽ നോട്ട് ഗെറ്റ് 5 കംപ്ലീറ്റ് ഫ്രിഞ്ചസ്. 4.75, 4.8 ലൈക്ക് ദാറ്റ് ഫ്രിഞ്ചസ് വിൽ ബി ദർ. അപ്പോൾ അതിനെ നമുക്ക് ഒരു പൂർണ്ണസംഖ്യയായിട്ട് കരുതുകയാണെങ്കിൽ 5 എന്ന് കൊടുക്കാം. ഓക്കെ. ചില ബുക്കിൽ ഇത് 4 അല്ലേ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകുക, 4 ആൻഡ് എ ഫ്രാക്ഷൻ അല്ലേ, അതുകൊണ്ട് 4 കംപ്ലീറ്റ് 4 ആണെന്ന് പറഞ്ഞ് ചില മെറ്റീരിയലിൽ 4 ടിക്ക് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് നോ ഒബ്ജെക്ഷൻ. എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് പക്ഷേ JEE കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ഇതാണ് 0.5. ഓക്കെ. ഇതിൻ്റെ ഇടയിലായിരുന്നുവെങ്കിലോ, ക്യാൻ യു ഫൈൻഡ്? ഇതിൻ്റെ ഇടയിലായിരുന്നുവെങ്കിൽ എങ്ങനെ വന്നേനെ? സെൻട്രൽ മാക്സിമത്തിൻ്റെ ഇടയാണ് 2D by D എന്ന് വരും. 2D by D അല്ല, D by A എന്ന് വരും. ദാറ്റ് വൺ. സെൻട്രൽ 1ൻ്റെ ഉള്ളിൽ ഇത്ര ഉണ്ടാവും. വേറെ ഏത് മാക്സിമത്തിൻ്റെ ഉള്ളിലാണെങ്കിലും മാക്സിമയുടെ ഉള്ളിലാണെങ്കിലും D by A ആയിരിക്കും. അത് NCERT റീഡ് NCERT ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. റീഡ് ഇറ്റ്. ആ ചാപ്റ്റർ നിങ്ങൾ NCERT വായിച്ച് നോക്കണം, എന്നാലേ എൻ്റെ ബ്യൂട്ടി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതുകൂടെ ചെയ്ത് കാണിക്കാം. ഏകദേശം അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ. Angular width of center maximum in a single slit diffraction is 60. 60 is a small angle. Sorry, small angle not. Huge angle. Theta cannot be equated with what? Theta cannot be equated with sin theta. Okay. The width of slit is 1 micrometer. Width of slit is 1 micrometer. Slit is illuminated by monochromatic plane wave. If another slit of same is made near to it, ഇതിൻ്റെ അടുത്ത് വേറൊരു സ്ലിറ്റ് കൂടെ വെച്ചു. Young fringes can be observed on the screen placed at a distance 50 centimeter from slit. If the observed fringe width is 1, observed fringe width beta തന്നിട്ടുണ്ട് 1 centimeter, what is the separation between the slit? D എത്ര എന്നാണ് ചോദ്യം. കുട്ടികളെ ഇത് എന്താ പറഞ്ഞിട്ടുള്ളത്? ആംഗുലാർ വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം ഇൻ എ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ ഈസ് 60 ഡിഗ്രി. ആംഗുലാർ വിഡ്ത്ത് എന്താണ്? സെൻട്രൽ മാക്സിമത്തെ ആംഗുലാർ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ആംഗുലാർ വിഡ്ത്ത് ഇതാണ് ആംഗുലാർ വിഡ്ത്ത്, ഇത് ആംഗുലാർ വിഡ്ത്ത്. ഓക്കെ. എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ആംഗുലാർ വിഡ്ത്ത് ദിസ് വൺ, ഞാൻ ആൽഫ എന്നോ സംതിങ് ഐ കോൾ ആൽഫ, ആംഗുലാർ വിഡ്ത്ത് ആൽഫ. ഹൗ വിൽ ഐ ഗെറ്റ്? യു നോ ദിസ് ആംഗിൾ, ദിസ് പർട്ടിക്കുലർ ആംഗിൾ ഈസ് സൈൻ ഇൻവേഴ്സ് ലാംഡ ബൈ എ ആണ്. ഈ ആംഗിളും ഇതും എന്താണ്? സൈൻ ഇൻവേഴ്സ് ലാംഡ ബൈ എ ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ലാംഡ ബൈ എ. ഓക്കെ ഫൈൻ. അതിൽ നിന്ന് ആംഗുലാർ വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം ഈസ് 60. ആൽഫ എത്രയാണ് കിട്ടിയത്? 60 എന്നാണ്. 60 അതിനെ ഞാൻ എന്ത് ചെയ്യണം? റേഡിയനിലേക്ക് മാറ്റണം. പൈ ബൈ 3. ഓക്കെ. പൈ ബൈ 3.
അപ്പോൾ 2 ഇതിൻ്റെ വിഡ്ത്ത് എത്ര വരുമെന്ന് ചോദിച്ചാൽ 2 സൈൻ പൈ ബൈ ഇത് പൈ ബൈ 3 ഇത് എത്ര വരും പൈ ബൈ 6 വരും പൈ ബൈ 6 സൈൻ പൈ ബൈ 6 ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് പൈ ബൈ 6 ഈസ് ഈക്വൽ ടു ലാംഡ ബൈ എ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ എന്നല്ല ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. പൈ ബൈ 6 എത്രയാണ് കുട്ടികളെ പൈ ബൈ 6 സൈൻ പൈ ബൈ 6 സൈൻ 30 ഈസ് 1/2 ലാംഡ ബൈ എ. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു ഇത് 1/2 ഈസ് ഈക്വൽ ടു ലാംഡ ബൈ എ. വാട്ട് വി വാണ്ട് ലാംഡ ഹിയർ. ലാംഡ ഈസ് ഈക്വൽ ടു എ ബൈ 2 എ ബൈ 2 എന്ന് കിട്ടി. ഏത് ലാംഡ ഫ്രം ഹിയർ ഐ ഗോട്ട് ലാംഡ. ഐ വാണ്ട് എ ലാംഡ ഫോർ നെക്സ്റ്റ് സ്റ്റെപ്പ്. സംഹൗ ഐ ആം ഫൈൻഡിങ് ലാംഡ. ലാംഡ ഈസ് ഈക്വൽ ടു എ ബൈ 2 എന്ന് കിട്ടി. ആയിക്കോട്ടെ ലാംഡ കിട്ടിക്കഴിഞ്ഞു. എ എൻ്റെ ക്വസ്റ്റ്യനിലുണ്ട്. ഐ ഡോണ്ട് വറി അബൌട്ട് എ തന്നിട്ടില്ലേ എ തന്നിട്ടില്ല. ഇതാ സ്ലിറ്റ് ഈസ് 1 മൈക്രോമീറ്റർ. ഇപ്പം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, അടുത്ത സ്റ്റെപ്പിലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി എന്താ വേണ്ടേ ഫ്രിഞ്ച് വിത്ത് 1 സെൻറ്റിമീറ്റർ അന്ന് തന്നിട്ടുണ്ട്. ഫ്രിഞ്ച് വിത്ത് 1 സെൻറ്റി. ഫ്രിഞ്ച് വിത്തിൻ്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഒരു സ്ലിറ്റ് കൂടി ഇവിടെ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. ഇനി ഇപ്പോൾ ഇതിനെക്കുറിച്ച് മറന്നു കളയുക. ഇതിനെക്കുറിച്ച് മറന്നു കളഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കുക. ഏത് ഈ ഡബിൾ സ്ലിറ്റ് പാറ്റേണിനെ കുറിച്ച് ആലോചിക്കുക. അപ്പോൾ ഫ്രിഞ്ച് വിത്ത് ബി ഈസ് ഈക്വൽ ടു വാട്ട് ലാംഡ ഡി ബൈ ഡി. ഇനി ലാംഡ ഇതിനാണ് ഞാൻ കണ്ടുപിടിച്ചത്. ലാംഡയ്ക്ക് എ ബൈ 2 എന്ന് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡി ഡിവൈഡഡ് ബൈ 2D. ഇതിലെന്താണ് നമുക്ക് വേണ്ടത്? വാട്ട് ഈസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഡി വേണം നമുക്ക്. ഡി ഈസ് ഈക്വൽ ടു എ ഡി ഡിവൈഡഡ് ബൈ 2 ബീറ്റ. എ ഡി ഡിവൈഡ് ബൈ 2 ബീറ്റ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാൽക്കുലേഷൻ എങ്ങനെയാവുമെന്ന് അറിയില്ല, നോക്കട്ടെ. ഡി ഈസ് ഈക്വൽ ടു എ എത്രയാണ് കുട്ടികളെ? എ മൈക്രോമീറ്റർ 10 to the power -6. എ ഡി എത്രയാ? സ്ലിറ്റിൻ്റെ സെപ്പറേഷൻ 50 സെൻറ്റിമീറ്റർ. 50 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അരമീറ്റർ ഡിവൈഡഡ് ബൈ 2 ഇവിടെയുണ്ട് 2 ഇവിടെയുണ്ട്. ഓക്കെ ദെൻ ബീറ്റ എത്രയാണ്? ബീറ്റ ഈഫ് ഒബ്സർവ് ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് 1 സെൻറ്റിമീറ്റർ. വിഡ്ത്ത് ഈസ് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 to the power -2. 10 to the power -2. ഓക്കെ ഈ 10 to the power -2 മുകളിലോട്ട് പോയിക്കോട്ടെ. ഇത് 100 ആയി. ഇത് എത്രയായി? 4 ആയി. കാരണം 1/2 പിന്നെ ഒരു 10 to the power -6 കൂടെ. ഇത് 25 ഇൻറ്റു 10 to the power -6 വന്നു എന്ന് പറഞ്ഞാൽ 25 മൈക്രോമീറ്റർ. 25 മൈക്രോമീറ്റർ. ഓ വി ഹാവ് ടു ഗോ എ ലിറ്റിൽ ഫാസ്റ്റർ, അതർവൈസ് ഇറ്റ് വോണ്ട് ബി ഓവർ. ഓക്കെ കുറച്ചുകൂടെ സ്പീഡ് ഞാൻ പോകാൻ പോവുകയാണ്. എൻ്റെ ഒപ്പം ഓടി എത്തണം. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൈറ്റ് വേവ് ലെങ്ത് നോക്കൂട്ടില്ലേ. The light wavelength 550 nanometer falls normally on a slit width. Slit width is given. The angular position of second minima from the center maximum. Angular position of second minima എന്താണ്? A sin theta. Path difference between extreme ends, that is A sin theta, must be equal to 2 lambda. ഫസ്റ്റ് മിനിമയ്ക്ക് ലാംഡ, സെക്കൻഡ് മിനിമയ്ക്ക് 2 ലാംഡ. അപ്പോൾ നമുക്ക് ആംഗുലാർ പൊസിഷൻ ആണ്. അപ്പോൾ സൈൻ തീറ്റ must be equal to 2 times lambda by A. That is equal to 2 times lambda. What is lambda? 550 nano. 550 nano means 10 to the power -9 divided by A. Slit width എത്രയാണ്? Slit width 22 into 10 to the power -5. -5 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ സെൻറ്റിമീറ്റർ മീറ്റർ ആക്കുമ്പോൾ വീണ്ടും ഒരു -2 കൂടെ വരും. അങ്ങനെയാണ് ഇത് 11, ഇത് എത്രയായി? 5, ഇത് 50 ആയി അല്ലേ? ശരിയാണ്, 50 ആയി. ഇത് മുകളിലോട്ട് പോകുമ്പം ഇത് 0.5 എന്ന് തോന്നുന്നു. അപ്പോൾ 0.5 ശരിയല്ലേ? ഇത് 10 to the power -2 ആവും. 0.5 എന്നാൽ 1/2 ആണ്. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/6. 30 ഡിഗ്രി π/6 ഉണ്ടോ? π/6. ഹിയർ ഇറ്റ് ഇസ് ആൻസർ. π/6. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. One more. The first diffraction minimum due to the single slit diffraction is 30.
for a light of wavelength this much, falling perpendicular to width of the slit. Simple question ആണ്, very simple question. What is that? This is the general formula, no? A sin theta is equal to n lambda for minima, diffraction pattern minima. First എന്നല്ലേ പറഞ്ഞേ, the first diffraction minimum due to single slit is seen at 30 for a light of wavelength 500. ഓ, ഈ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നിന് 1 കൊടുക്കുക. അപ്പോൾ falling perpendicular to the width of the slit, A ആണ് വേണ്ടത്. A is equal to lambda by sin theta. Lambda എത്രയാണ്? What is lambda out of it? Lambda. 5,000 ആംസ്ട്രോം. ആംസ്ട്രോം എന്ന് പറഞ്ഞാൽ 10 to the minus 10 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയായി? 1/2 ആയി. അപ്പോൾ ഇത് മുകളിലോട്ട് പോകുമ്പോൾ 1, 2, 3, 4 0 വരും. ഇതിൽ 4 പോവാൻ 10 to the minus 6. 10 to the power minus 6 മീറ്റർ. 10 to the power minus 6 മീറ്റർ. അങ്ങനെയുണ്ടോ? 10 to the power minus 6 മീറ്ററിനെ എവിടെ? 10 to the power minus 6 ശരിയല്ലേ? 2 5s are 10. 10 to the power minus 6 can be written as you can അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. സെൻറ്റിമീറ്ററിലാണ് ഇതില്ലേ. 10 into 10 to the power minus 5 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ദാറ്റ്സ് വാട്ട്. സി ഹിയർ, അൺനെസറി കൺഫ്യൂഷൻ. ഓക്കെ, അവരെന്തിനാണ് ഇങ്ങനെ ഓപ്ഷൻ ട്രിക്കി ആയിട്ട് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, ഫൈൻ, unnecessary waste of time. Now, next one. Look at this. Look at this, children. In a young double slit aspirant, distance between two identical slits is D. This is D, children. Identical slitകൾ തമ്മിലുള്ള distance D. Larger slit is than the slit width. ഇത് സ്ലിറ്റിൻ്റെ വിഡ്ത്ത് അല്ല. This much larger than slit width. എന്ന് പറഞ്ഞാൽ D by A. D slit separation, A slit width, അതാണ് 6.1 എന്ന് വന്നേക്കുന്നത്. D by A is given as 6.1. When number of intensity maximum observed within the center maximum of the single slit. Very important. Within the center maximum. ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? It will be a, what I told you, it will be combination of what? The single slit diffraction and double slit interference. ഇങ്ങനെ വരും പാറ്റേൺ അല്ലേ? നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇടയിൽ, ഇതിൻ്റെ ഇടയിൽ എത്ര ഡബിൾ സ്ലിറ്റ് പാറ്റേൺ ഉണ്ടെന്ന്. ഈ ആംഗിൾ നിങ്ങൾക്ക് അറിയാം. വാട്ട് ഈസ് ദാറ്റ് ആംഗിൾ? 2 lambda by A. ഈ ആംഗിളും നിങ്ങൾക്കറിയാം. ഈ ചെറിയ ആംഗിൾ, ഈ ചെറുതിൻ്റെ ആംഗിൾ, ഇതെത്രയാണ്? lambda by D. അപ്പം നമ്പർ ഓഫ് വേണമെങ്കിൽ number of fringes accommodated within the center maxima of the diffraction pattern is equal to what? 2 lambda by A ആംഗിളിൽ എത്ര lambda by D ആംഗിൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ 2 D by A. You are given D by A here. How much? 6.1. That is equal to 12.2. എന്ന് പറഞ്ഞാൽ 12ഉം ഒരു ചില്ലറയും കൂടെ. അപ്പം കംപ്ലീറ്റ് ആയിട്ട് പറയുവാണെങ്കിൽ 12. Here is the answer. Next question. Let us see. According to Bohr's model. Now we are going to next chapter. What is that? According to Bohr's model. കുറച്ച് സ്പീഡിൽ പോട്ടെ കുട്ടികളെ. എൻ്റെ ഒപ്പം വരുമോ? അതോ സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പോവോ? ചെയ്തോളുവോ? എനിക്ക് ലൈവ് ചാറ്റ് കിട്ടാത്തതാണോ നിങ്ങൾ? കിട്ടുന്നുണ്ട്. ഓപ്ഷൻ 2. ഓക്കെ, ഫൈൻ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അക്കോർഡിംഗ് ടു ബോർസ് മോഡൽ, ടൈം ആവറേജ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ന്യൂക്ലിയസ് or hydrogen atom due to the motion of electron in nth orbit is proportional to magnetic field. നോക്കിയേ, ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങില്ലേ ബോർസ് മോഡലിൽ, ഹൈഡ്രജനിൽ. അപ്പോൾ ദിസ് ഈസ് ലൈക്ക് കറണ്ട് ആണോ അല്ലയോ? ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ കറണ്ട് ഈസ് ലൈക്ക് ദിസ് I.
ഈ കറണ്ട് ഇതിൻ്റെ സെൻട്രൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ സെൻട്രൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ഒരു കറണ്ട് ക്യാരി കോയിൽ അതിൻ്റെ സെൻട്രലിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. ഡു യു നോ ദാറ്റ് μ0I ഡിവൈഡഡ് ബൈ 2R. R ഈസ് ദ റേഡിയസ് ഓഫ് ദ ഓർബിറ്റ്. ഇനി I എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. I ഈസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡ് ബൈ ടൈം, E ബൈ ടി. അതിനെ F ഇൻറ്റു ഇ എന്നും എഴുതാം, ഫ്രീക്വൻസി ഇൻറ്റു ഇ എന്നും എഴുതാം. അപ്പോൾ ഐനെ ഞാൻ എഴുതാൻ പോവുകയാണ്. നോക്കൂ, μ0 E ടൈംസ് ഫ്രീക്വൻസി ബൈ 2 ബൈ R. എന്താണെന്നറിയാവോ, ഇയും 2ഉം μ0 ഒന്നും എൻ ഡിപ്പെൻഡൻ്റ് അല്ല, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ പക്ഷേ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫ്രീക്വൻസി എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നറിയാമോ? ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ്. ടൈം പീരീഡ് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ആലോചിച്ചു. n³/z². അപ്പോൾ ഇത് ഇസഡ് വേണ്ട, കാരണം ഇസഡ് 1 ആണല്ലോ. ദിസ് ഈസ് 1 ഡിവൈഡ് ബൈ n³. R എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡയറക്ട്ലി പ്രൊപ്പോസ് ടു n². അപ്പോൾ ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോസ് ടു n³ എന്നും വരും, 1 ഡിവൈഡ് ബൈ n³ എന്ന് വരും ഇൻവേഴ്സ്ലി പ്രൊപ്പോസ്. ഇത് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു n² എന്നും വരും. അപ്പോൾ B ഈസ് ഡയറക്ട്ലി ഇൻവേഴ്സ്ലി പ്രൊപ്പോസ് ടു n⁵ എന്ന് വരും. ദാറ്റ് ഈസ് directly proposed to n⁵ -5. n⁵ Here is the answer. ഓരോ നിങ്ങൾ ഇക്വേഷൻ എഴുതിയിട്ട് ഓരോ ഫാക്ടറിൻ്റെ ഡിപ്പെൻഡൻസ് നോക്കിയാൽ മതി. See, I will give you radius directly proposed to n², velocity inversely proposed to n, time period directly proposed to n³. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി proposed to n³, angular frequency inversely proposed to n³, angular momentum directly proposed to n. It does not depend on z also. Angular momentum of any hydrogenous atom is nh/2π ആണ് അല്ലേ. z ഡിപ്പെൻഡൻ്റ് അല്ല, n ഡിപ്പെൻഡൻ്റ് മാത്രം. ബാക്കിയുള്ള എല്ലാ z-ആയിട്ട് ഡിപ്പെൻഡൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഡിവൈഡ് ബൈ z, ഹിയർ ഡിവൈഡ് z, ഇവിടെ എന്താ z², ഇവിടെ z², ഇവിടെ z², ഡയറക്ട്ലി പ്രൊപ്പോസ് ടു z² ഡിവൈഡ് ബൈ n³. ഇത് നിങ്ങൾ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഡിപ്പെൻഡൻസ് പഠിച്ചു വെക്കണം. ഓക്കെ, അത് പഠിച്ചു വെക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലെത്താൻ പറ്റും. ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് പെട്ടെന്ന്, സമയം വേസ്റ്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് അവയെല്ലാം. ഇവിടെ നോക്കൂ, ദ ഡി ബ്രോയ് വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ദ ഇലക്ട്രോൺ n ഈസ് ഈക്വൽ ടു 4. ഐ വിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ. നോക്കൂ, ഡി ബ്രോയ് വേവ് ലെങ്ത് n ഈസ് ഈക്വൽ ടു 4 എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഓക്കെ ഇൻ nth ഓർബിറ്റ് ഈസ് ഈക്വൽ ടു h ഡിവൈഡ് ബൈ m വെലോസിറ്റി ഇൻ ദാറ്റ് ഓർബിറ്റ്. ദെൻ വെലോസിറ്റി ഡിപ്പെൻഡൻസ് എന്താണ്? 1 ഡിവൈഡ് ബൈ n ഡിപ്പെൻഡൻസ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ m v1 ഡിവൈഡ് ബൈ n. I am going to write here. Do you know what it is? This is the de Broglie wavelength in first orbit, isn't it? That is equal to n times λ1. So what have you to say? De Broglie wavelength in fourth orbit is 4 times de Broglie wavelength in first orbit of electron. 4 times de Broglie wavelength in the electron in the ground state. That's the answer. But I want to tell you something more. Something more ഇതാണ് കുട്ടികളെ. നിങ്ങളുടെ ഫസ്റ്റ് ഓർബിറ്റിനെ കട്ട് ചെയ്ത് നിവർത്തി വെച്ചു എന്ന് വിചാരിക്കുക. ഏത് ഓർബിറ്റിനെ? ഫസ്റ്റ് ഓർബിറ്റിനെ കട്ട് ചെയ്ത് നിവർത്തി വെച്ചാൽ ഈ നീളമായിരിക്കും, ഇത്ര നീളം 1 മീറ്റർ ആണെന്ന് വിചാരിക്കുക. സെക്കൻഡ് വണ്ണിനെ കട്ട് ചെയ്ത് നിവർത്തി വെച്ചാൽ ഇതിൻ്റെ 4 ഇരട്ടി ആയിരിക്കും, 4 മീറ്റർ. ഓക്കെ, തേർഡ് വണ്ണിനെ കട്ട് ചെയ്ത് നിവർത്തി വെച്ചാൽ ആദ്യത്തേതിൻ്റെ 9 ഇരട്ടി ആയിരിക്കും. 9 ഇരട്ടി. എത്ര ഇരട്ടി? 9 ഇരട്ടി ആയിരിക്കും. 9 ഇരട്ടി ഇങ്ങനെ പോകും. ഇതിൽ ഒരു വേവ് ആയിരിക്കും ഉണ്ടാകുക. ഫസ്റ്റ് ഓർബിറ്റിൽ ഒരു വേവ്, അതിൻ്റെ വേവ് ലെങ്ത് λ1. സെക്കൻഡ് വണ്ണിൽ 2 വേവ് ഉണ്ടാവും. എത്ര വേവ് ഉണ്ടാവും? 2 വേവ്. സെക്കൻഡ് വണ്ണിൽ കുട്ടികളെ നോക്കൂ, 2 വേവ് ഉണ്ടാവും. വേവ് ലെങ്ത് ഫസ്റ്റ് വണ്ണിൻ്റെ ഡബിളും ആയിരിക്കും. 2 വേവ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ വേവ് ലെങ്ത് ഉണ്ടല്ലോ, വേവ് ലെങ്ത് ഇത് 2λ1 ആയിരിക്കും. സെക്കൻഡ് വണ്ണിലെ വേവ് ലെങ്ത് 2 വേവ് ഉണ്ടാവും, 2λ1. തേർഡ് വണ്ണിൽ എത്ര വേവ് ഉണ്ടാവും? 3 വേവ് ഉണ്ടായിരിക്കും. 3 വേവ്. തേർഡ് വണ്ണിൽ 3 വേവ്. 1 2 3. ഇമാജിൻ വേവ് ലെങ്ത് എത്രയായിരിക്കും? ഇതിൻ്റെ വേവ് ലെങ്ത് λ3 ആയിരിക്കും. λ3 എന്ന് പറയുന്നത് എത്രയാണ്? 3λ1 ആയിരിക്കും. 3λ1. ഇത് λ2 എന്ന് പറഞ്ഞാൽ ഡി ബ്രോയി വേവ് ലെങ്ത് അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഓർബിറ്റ്. ഫസ്റ്റ് ഓർബിറ്റ് 1 വേവ്, സെക്കൻഡ് ഓർബിറ്റ് 2 വേവ്സ്. 2 വേവ് എന്നല്ല പറയേണ്ടത്, 2 സൈക്കിൾസ് എന്ന് പറയണം. 2 സൈക്കിൾസ് ഓഫ് വേവ് 1 ഉള്ളൂ. ഇതൊരു 1 വേവ് ആണ്. 2 സൈക്കിൾസ് എന്ന് പറയണം. ഇവിടെ എത്ര സൈക്കിൾസ് ആണ്? 3 സൈക്കിൾസ്. ഈച്ച് സൈക്കിൾ ഹാസ് 3 ടൈംസ് വേവ് ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് വൺ. ഇത് ഓർത്ത് വെക്കണം കേട്ടോ. കെമിസ്ട്രിയിലും യൂസ് ചെയ്യേണ്ടതാണ്. കെമിസ്ട്രിയിലും ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചാലത്തെ ഗുണം എന്താണെന്നറിയാമോ? യു ക്യാൻ സ്കോർ മാർക്ക് ഇൻ കെമിസ്ട്രി ആസ് വെൽ ആസ് ഇൻ ഫിസിക്സ്. അതുകൊണ്ട് അത് നന്നായിട്ട് പഠിക്കുക. ഫിസിക്സിൽ ആ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് കിട്ടും. ഡോണ്ട് വറി.
Now, next question. See here. If one were to apply model to a particle of mass m, what model? Bohr's model to a particle of mass m and charge q moving in a plane under the influence of magnetic field B, the energy of charged particle in nth orbit will be. Energy എന്ന് പറഞ്ഞാൽ kinetic energy. ഒരു റീവോൾവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ ഉണ്ടോ മാഗ്നറ്റിക് ഫീൽഡ്, അതിന് കൈനറ്റിക് എനർജി ഉള്ളൂ. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ യു നോ ദിസ്, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. വി സ്ക്വയർ ഇനി നോക്കൂ, ഹാഫ് എം വി സ്ക്വയർ ഈസ് ദ കൈനറ്റിക് എനർജി. ഇറ്റ് ഈസ് റീവോൾവിങ് നോ, ദെൻ ഹാഫ് എം വി സ്ക്വയർ. ഡീബ്രോയി ഹൈപ്പോത്തസിസ് അപ്ലൈ ചെയ്യാനും പറയുന്നുണ്ട് അല്ലേ. ഡീബ്രോയി ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എം വി ആർ ഈക്വൽ ടു എൻ എച്ച് ബൈ 2π ആണ്. 2π ആണ്. ഇനിയും വേറെ എന്താണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക? റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു എം വി ഡിവൈഡഡ് ബൈ ക്യൂ ബി അല്ലേ. ക്യൂ ബി, എം വി ഡിവൈഡ് ബൈ ക്യൂ ബി. നമുക്കിതിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ വി കണ്ടുപിടിക്കാം. ആറിനെ എലിമിനേറ്റ് ചെയ്ത് വി കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. വാട്ട് ടു ഡു ചിൽഡ്രൻ, ജസ്റ്റ് ഹെൽപ്പ് മീ. സംഹൗ വി ഹാവ് ടു, എന്താണ് നമുക്കിതിൽ വേണ്ടത്? ഇൻഫ്ലുവൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ദ എനർജി ഓഫ് ഇത് ഈ ക്വാണ്ടിറ്റി നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ വി കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വി കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ ആറിനെ എലിമിനേറ്റ് ചെയ്യുക. ആറിന് പകരം എന്ത് എഴുതുക? എം വി ഡിവൈഡ് ബൈ ക്യൂ ബി. അപ്പം എം സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യൂ ബി ഈക്വൽ ടു എൻ എച്ച് ഡിവൈഡ് ബൈ 2π ആയിക്കോട്ടെ. അപ്പം വി സ്ക്വയറിനെ എങ്ങനെ എഴുതാൻ പറ്റും? വി സ്ക്വയറിന് പകരം വി സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് എൻ ക്യൂ ബി എച്ച് ക്യൂ ബി divided by 2π m square. That bring this quantity from here and substitute here. Therefore, kinetic energy is equal to half m is already there. That quantity I am substituting, n h q b divided by 2π m square. Here there is an m, got cancelled. So, see, kinetic energy directly proposed to what? N. Isn't it? കൈനറ്റിക് എനർജി ഡയറക്റ്റ് അതിൻ്റെ ഇക്വേഷനാണ് വേണ്ടത് അല്ലേ. ആയിക്കോട്ടെ, എൻ ടൈംസ് ഇക്വേഷൻ വി വാണ്ട്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എൻ ടൈംസ് എൻ ഈസ് ഗോൺ എച്ച് ക്യൂ ബി ഡിവൈഡഡ് ബൈ 4π എച്ച് ക്യൂ ബി ഡിവൈഡ് ബൈ ഹിയർ ഈസ് എ 2, ഹിയർ ഈസ് എ 2. ഈസ് ദർ എ ക്യൂ? യാ 4π then what? m 4π m. That's what kinetic energy. N is the number of orbit. Imagine that there are allowed orbit in the field. Okay, magnetic field. N h q b divided by 4π m. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കുട്ടികളെ. എങ്ങനെ ചോദിക്കുന്നത് അറിയാവോ? ബോർസ് ക്വാണ്ടം കണ്ടീഷൻ, ബോർസ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ ഈസ് അപ്ലിക്കബിൾ ഫോർ ദ പാർട്ടിക്കിൾ എന്നും പറഞ്ഞ് തുടങ്ങും. അപ്പോഴേ മനസ്സിലായിക്കോളൂ, ഇതെഴുതി വെക്കുക. ഇതെഴുതി വെക്കണം. ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ ഈസ് അപ്ലിക്കബിൾ എന്ന് പറയുമ്പോഴേ അത് എഴുതുക. പിന്നെ വേറൊരു ഇക്വേഷനും എഴുതാൻ പറ്റുമായിരിക്കും. ഒരു ഫോഴ്സിൻ്റെ ഒരു ഇക്വേഷനോ സംതിങ് ദേ വിൽ ഗീവ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ എം വി സ്ക്വയർ ബൈ ആർ, ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ കെ ബൈ ആർ ആണെങ്കിൽ കെ ബൈ ആർ എന്ന് എഴുതുക ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ വെച്ചാൽ അത് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ലെറ്റ് മീ സി let us see here. Orbits of a particle moving in a circle such that the perimeter of the orbit equal an integral multiple of de Broglie wavelength. നമുക്കറിയാം ഒരു പാർട്ടിക്കിൾ ഒരു ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുമ്പോൾ that will produce standing wave. പഠിച്ചിട്ടുണ്ടല്ലോ. സ്റ്റാൻഡിംഗ് വേവ് റെസൊണൻസ് കണ്ടീഷനിൽ സ്റ്റാൻഡിംഗ് വേവ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഇത് പെരിമീറ്റർ ഓഫ് ദിസ് വൺ മസ്റ്റ് ബി, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2πr must be an integral multiple of what? Lambda. Lambda എന്ന് പറയുന്നത് എന്താണ്? h by mv. 2πr, you can write 2πr equal to n h divided by mv, because lambda is h by mv by de Broglie. ഇനി അത് എന്താണ് നമുക്ക് വേണ്ടത്? de Broglie wavelength of the particle. For a charged particle moving in a plane perpendicular to magnetic field, radius of nth orbit will be. Radius of nth orbit we want. Okay. Radius of nth orbit in the equation the independent out എഴുതുകയാണെങ്കിൽ mv divided by qb അല്ലേ കുട്ടികളെ? qb. mvക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. mv divided by qb. Right. mv divided by qb
എന്താ നമുക്ക് വേണ്ടേ? ഓർബിറ്റ് വിൽ ബി ദെയർ ഫോർ പ്രൊപ്പോർഷണൽ ടു എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? ലെറ്റ് മീ റീഡ് വൺസ് അഗൈൻ. വെയിറ്റ്. ഓർബിറ്റ്സ് ഓഫ് എ particle moving in a circle are such that perimeter of the orbit equals the integer multiple of de Broglie wavelength of the particle. For a charged particle moving in a plane perpendicular to magnetic field, radius of nth orbit will therefore be proportional to radius of nth orbit mv divided by qv. Okay, let me write radius of mv ക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. mv ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ what can I write? r is equal to mv ക്ക് പകരം ഇത് 1 by qb അതുപോലെ എഴുതി qb. ഫൈൻ. എം വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ എൻ എച്ച് ഡിവൈഡ് ബൈ 2 പൈ ആർ. 2 പൈ ആർ. ആറല്ലേ ചോദിച്ചേക്കുന്നത്? ഈ ആർ കൂടി ഇങ്ങോട്ട് എടുക്കൂ. ഈ ആർ കൂടി ഇങ്ങോട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആർ സ്ക്വയർ ഈസ് വാട്ട് യു വിൽ ഗെറ്റ്? ആർ സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു എൻ എന്ന് വരും. അപ്പോൾ ആർ ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു എൻ ടു ദ പവർ 1/2 എന്ന് വരും. അങ്ങനെ ആൻസർ ഉണ്ടോ എന്ന് നോക്കി. യെസ്, ആർ ഈസ് പ്രപ്പോസ് ടു എൻ ടു ദ പവർ 1/2. ദാറ്റ്സ് ആൻസർ. മനസ്സിലായോ? ഇതൊന്നുമില്ല, 2 ഇക്വേഷൻ എഴുതാൻ പറ്റും നിങ്ങൾക്ക്. ഇൻ ഓൾ ദിസ് ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ 1 ഇക്വേഷൻ എന്താണ് ബോർസ് മോഡൽ അപ്ലിക്കബിൾ ആണെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇവിടെ ഇത് ബോർസ് മോഡൽ അപ്ലിക്കബിൾ എന്ന് പറയുന്നതും 2 പൈ ആർ ഈക്വൽ ടു എൻ ലാംഡ എന്ന് പറയുന്ന ഒരേ സാധനം തന്നെയാണ് കേട്ടോ. കാരണം ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? എം വി ആർ ഈക്വൽ ടു എൻ എച്ച് ബൈ 2 പൈ. ശരിയല്ലേ? എക്സ്പ്ലനേഷൻ ഫോർ ബോർസ് ക്വാണ്ടൈസേഷൻ. ഇതും ഈ സ്റ്റേറ്റ്മെൻറ്റും ഒരേ സ്റ്റേറ്റ്മെൻറ്റാണ്. ദീസ് ടു ആർ ദ ഐഡൻറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഫാർ ആസ് എ റിവോൾവിംഗ് ഇലക്ട്രോൺ ഈസ് കൺസേൺ. വാട്ട് പെരിമീറ്റർ ഓഫ് ദ ഓർബിറ്റ് ഈസ് ക്വാണ്ടൈസ്ഡ് പറയുന്നതും ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടൈസ്ഡ് പറയുന്നതും സെയിം ആണ്. കാരണം പെരിമീറ്റർ ക്വാണ്ടൈസ് ചെയ്യുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടൈസേഷനിലേക്ക് നിങ്ങൾ വരും. ഇനി അടുത്തയിലേക്ക് പോവാം. നോക്കൂ കുട്ടികളെ, സി ഹിയർ. Suppose an electron is attracted towards the origin by a force k by r. ഒരു റിവോൾവിംഗ് ഇലക്ട്രോൺ ആണ് അട്രാക്റ്റഡ് ടുവേഴ്സ് ദ സെൻറ്റർ എന്നാണ് പറഞ്ഞത്. ഇലക്ട്രോൺ ഈസ് അട്രാക്റ്റഡ്, ദാറ്റ് മീൻസ് ദാറ്റ് പ്രൊഡ്യൂസ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. ആ ഫോഴ്സ് എന്താണ്? k by r പ്രൊഡ്യൂസ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. r the distance of the electron from the origin by applying Bohr's model. കണ്ടോ, അപ്ലൈ ബോർസ് മോഡൽ എന്നും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ mvr is equal to nh by 2 pi. അപ്ലൈ ചെയ്യൂ. Then radius of the orbit and electron found to be rn and kinetic energy tn. കൈനറ്റിക് എനർജി ടി എൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. കൈനറ്റിക് എനർജി ടി എൻ ഈസ് ഈക്വൽ ടു വട്ട്? എം വി എൻ സ്ക്വയർ അല്ലെങ്കിൽ വി എൻ സ്ക്വയർ. എന്ന് ഞാൻ എഴുതുന്നില്ല. വൈ ഓൾവേസ് റൈറ്റിംഗ് എൻ? നോ നീഡ്. കൈനറ്റിക് എനർജി കെ എന്ന് എഴുതാം ഞാൻ കേട്ടോ, ടി എന്നും എഴുതുന്നില്ല. കെ എന്താണ്? എം വി സ്ക്വയർ ബൈ ഹാഫ് എം വി സ്ക്വയർ. ഇനി എം വി സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനെന്ത് ചെയ്യുക? This force provides centripetal force. Which force? K by r provides centripetal force. What is centripetal force? mv square by r. ഈ ആറും പോയി. mv square എന്ന് പറഞ്ഞാൽ k ആണെന്ന് അർത്ഥം. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു സം k by 2 കോൺസ്റ്റൻറ്റ്. കാരണം k കോൺസ്റ്റൻ്റ് ആണ്. കൈനറ്റിക് എനർജി ഞാൻ നിങ്ങൾ k എന്ന് എഴുതാൽ k എന്ന് എഴുതിക്കോ, അപ്പോൾ കൺഫ്യൂഷൻ വരില്ല. കൈനറ്റിക് എനർജി ഡസ് കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ഓൺ n? നോ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എൻ. കൈനറ്റിക് എനർജി ടി എൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എൻ. ദിസ് ഈസ് ദ ആൻസർ. അപ്പോൾ ആർ എൻ എങ്ങനെ കണ്ടുപിടിക്കും? ആർ എൻ വേണേൽ കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ആർ എൻ ഈസ് ഈക്വൽ ടു ഒരു കാര്യം ചെയ്യുക, ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടൈസേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടൈസേഷൻ ഇനി ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ. ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടൈസേഷൻ എന്താണ്? എം വി ആർ ഈസ് ഈക്വൽ ടു എൻ എച്ച് ബൈ 2 പൈ ആണോ അല്ലയോ? അതിനൊരു കാര്യം ചെയ്യൂ. ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? എനിക്ക് ആറാ വേണ്ടത്. ആറ് വേണമെങ്കിൽ വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ റൂട്ട് കെ ബൈ എം എന്ന് വരും ഇല്ലേ? ഓക്കെ, ഈ വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും കുട്ടികളെ. റൂട്ട് കെ ബൈ എം ഇൻറ്റു റൂട്ട് കെ ബൈ എം ഇൻറ്റു ആർ ഈക്വൽ ടു എൻ എച്ച് ബൈ 2 പൈ. ഈ കെയുടെ ഉള്ളിലേക്ക് വിടൂ. r is equal to n h divided by 2 pi root mk. ഇതെല്ലാം കോൺസ്റ്റൻറ്റുകളാണ് കേട്ടോ. ഓൾ ദീസ് ആർ കോൺസ്റ്റൻറ്റ്. ദെർഫോർ ആർ എൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു എൻ. ഹിയർ ഈസ് ദ ആൻസർ. ഇപ്പം മനസ്സിലായോ എങ്ങനെ ഇങ്ങനത്തെ പ്രോബ്ലം ടാക്കിൾ ചെയ്യുന്നതെന്ന്? 2 കാര്യം തരും. ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ
ബോർസ് മോഡൽ ഈസ് അപ്ലിക്കബിൾ എന്ന് പറയും. അപ്പോൾ ഇത് എഴുതണം. പിന്നെ ഫോഴ്സിൻ്റെ ഒരു ഇക്വേഷൻ തരും. ഫോഴ്സിൻ്റെ ഇക്വേഷനെ സെൻട്രിപിറ്റൽ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഫോഴ്സിൻ്റെ ഇക്വേഷനെ സെൻട്രിപിറ്റൽ ഫോഴ്സ്, ദാറ്റ് സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ്സ് വാട്ട് centripetal force, that force which is given to you provides centripetal force. ഈ രണ്ടെണ്ണം വെച്ചിട്ട് എനിത്തിങ് ക്യാൻ ബി സോൾവ്. ദ റെസ്റ്റ് ഓഫ് ദ തിങ്സ് ആർ യുവർ മാത്തമെറ്റിക്കൽ സ്കിൽ. ആ രണ്ട് ഇക്വേഷൻ കിട്ടുവാണെങ്കിൽ അതിനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ദാറ്റ് നോ വൺ ക്യാൻ ടീച്ച് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് children are cross chatting, no one is attending the class, I think. നിങ്ങൾ പരസ്പരം ചാറ്റ് ചെയ്യാണ്ട് സബ്ജക്റ്റിനെ കുറിച്ച് ചാറ്റ് ചെയ്യുക കേട്ടോ. Okay, anyhow, things are left to you. Now see here, in a hydrogen atom, the electron makes a transition from n+1 level to nth level. If n is much greater than 1, the frequency of radiation emitted is equal to, നിങ്ങൾക്കറിയാം ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ എമിറ്റഡ് എന്ന് പറയുന്നത് സി ബൈ ലാംഡ അല്ലേ. സി ബൈ ലാംഡ 1/λയുടെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. 1/λയുടെ ഇക്വേഷൻ ആലോചിച്ച് നോക്കൂ. 1 r ഇൻറ്റു റേഡ്ബർഗ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1/n ഫൈനൽ. n ഫൈനൽ എങ്ങോട്ടാണ്? n+1 വന്നത് സ്ക്വയർ മൈനസ് 1/n ഇനീഷ്യലി എന്നിലായിരുന്നു ഉണ്ടായിരുന്നത് സ്ക്വയർ. ഇവിടെ സി ഉള്ളതുകൊണ്ട് ഈ സി ഇവിടെ കൊടുക്കുക. ഫ്രീക്വൻസിയുടെ ഇക്വേഷനായി. ഈ പാർട്ട് നിങ്ങൾ സോൾവ് ചെയ്യുക LCM എടുത്തിട്ട്. അപ്പോൾ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു r ഇൻറ്റു സി. LCM എടുക്കുമ്പം n+1 സ്ക്വയർ ഇൻറ്റു n സ്ക്വയർ. ഓക്കെ, ഇവിടെ എടുക്കുമ്പോൾ n സ്ക്വയർ മൈനസ് n+1 ഹോൾ സ്ക്വയർ ഇല്ലേ. അപ്പോൾ എന്ത് വരും? n സ്ക്വയറിൻ്റെ ടൈം പോകും. n സ്ക്വയറിൻ്റെ ടൈം പോയി അല്ലേ. n സ്ക്വയർ മൈനസ് n സ്ക്വയർ മൈനസ് 2. What is that? What did I do? That's okay. This wait. LCM is taken. N square. This you may do n square minus n square altogether minus n square plus 2n plus 1. എങ്ങോട്ടാ ജമ്പ് ചെയ്ത്? n+1 ജമ്പ് ചെയ്ത് n+1 level to nth level. I did mistake. Do you know what? Jumping is from n+1. Jumping is to nth level. That's a mistake I did. n square. എവിടുന്നാ ജമ്പ് ചെയ്ത്? n plus ഹയർ എനർജി ഇതല്ലേ, ഹയർ ഓർബിറ്റ് ഇതല്ലേ, ഇതിൽ നിന്ന് ഇങ്ങോട്ടാ ജമ്പ് ചെയ്തത്. അപ്പോൾ ന്യൂ ഈസ് ഈക്വൽ ടു വാട്ട് യു വിൽ ഗെറ്റ് RC ഇൻറ്റു LCM എടുക്കുമ്പം n സ്ക്വയർ ഇൻറ്റു n+1 സ്ക്വയർ വരും. ഇവിടെ എന്ത് വരും? n+1 സ്ക്വയർ മൈനസ് n സ്ക്വയറിൻ്റെ ടൈം വരും 2n+1 എന്ന് വന്നു ഇവിടെ. ഇനി കണ്ടീഷൻ അപ്ലൈസ്. വാട്ട് ഡിഡ് ദേ സേ? ദേ സേ വൺ തിങ്. വാട്ട് ഈസ് ദാറ്റ്? n ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1. n ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1. ദാറ്റ് മീൻസ് 2n+1 ഈസ് n ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് 2n+1 പകരം നമുക്ക് എന്തെഴുതാം? 2n എഴുതിയാൽ മതി. 2n. ഇവിടെ n സ്ക്വയർ തന്നെ. ഇവിടെ n+1 പകരം n തന്നെ എഴുതൂ. കാരണം n ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1. n may be a 1 crore. 1 crore and 1 crore 1 are almost same, no? Therefore, ഇതിനും n എഴുതൂ. n+1 n എഴുതൂ. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ n സ്ക്വയർ. അപ്പോൾ ഈ n ഒരു n വെട്ടിപ്പോയാൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 2RC ഡിവൈഡഡ് ബൈ n ക്യൂബ് എന്ന് വരും. അപ്പോൾ ഫ്രീക്വൻസിയുടെ ഡിപ്പെൻഡൻസ് എന്താ? 1/n³ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, 1/n³ ഡിപ്പെൻഡൻ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നോക്കൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Some energy levels of a molecule are shown in the figure. The ratio of wavelength λ1 by λ2 is. Okay, try to understand. Whenever they jump, they emit energy. Emit energy means high. ഇവിടെ എത്ര എനർജി എമിറ്റ് ചെയ്യുന്നു? ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ജമ്പിൽ -E -2E -2E എനർജി എമിറ്റ് ചെയ്തു. അത് ഇൻ ദ ഫോം ഓഫ് വാട്ട്? ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു HC ബൈ ലാംഡ. HC ഡിവൈഡ് ബൈ ലാംഡ എന്നുള്ളത് λ1 എന്ന് പറഞ്ഞാൽ ഇതെത്രയാ? ഇത് 2E - E. E ഈസ് ഈക്വൽ ടു HC ഡിവൈഡ് ബൈ λ1. ഒരു ഇക്വേഷനായേ.
ഒരു ഇക്വേഷനായി. ഇനി ഈ ജമ്പിങ് എടുക്കൂ. ഈ ജമ്പിങ് ഈ മൈനസ് ഇ മൈനസ് മൈനസ് ഇ മൈനസ് ദിസ് മൈനസ് 4/3e equal to HC divided by lambda 2. What is this? This become 4/e minus e 1/3 e equal to HC divided by lambda 2. What is the, what do you want? What is that what you want? You want lambda 1 by lambda 2. Okay, what you want is lambda 1 by lambda 2. Lambda 1 can be written from here HC divided by E. HC divided by E. Lambda 2 can be written as what? Divided by 1/3 HC divided by 1/3 HC divided by 1/3 E. E HC എല്ലാം പോയാൽ this will go up 1/3. This ratio is R which is equal to 1/3. That's a ratio. ഒന്നുമില്ല കുട്ടികളെ, ഈ എനർജി ഞാൻ എഴുതി, ഈ എനർജി എഴുതി. ഈ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? -E -2e. Difference in energy is HC by lambda. You studied it, no? That's not difficult part. Next question. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ തന്നിട്ടുണ്ട്, ഡ്യൂട്ടീരിയം തന്നിട്ടുണ്ട്, സിംഗിളി അയണൈസ്ഡ് ഹീലിയം തന്നിട്ടുണ്ട്, ഡബിളി അയണൈസ്ഡ് ലിത്തിയം തന്നിട്ടുണ്ട്. ഡബിളി അയണൈസ്ഡ് ലിത്തിയം ഓൾ ഹാവ് 1 ഇലക്ട്രോൺ അറൗണ്ട് ന്യൂക്ലിയസ്. എല്ലാം ഹൈഡ്രോജനസ് സ്പീഷീസ് ആണ്, ഒറ്റ ഇലക്ട്രോൺ ഉള്ള സ്പീഷീസ് ആണ്. കൺസിഡർ ആൻ ഇലക്ട്രോൺ ട്രാൻസിഷൻ ഫ്രം n is equal to 2 to n is equal to 1. 2 ൽ നിന്ന് 1 വരുന്നു. Then wave length of emitted radiation is lambda 1, lambda 2, lambda 3, lambda 4 especially, respectively. Approximately which of the following is correct എന്ന് പറഞ്ഞാൽ ഇവ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കണം. You know wave number of emitted photon is equal to, do you remember ഹൈഡ്രജനെ നമ്മൾ ഇങ്ങനെ എഴുതും, R into 1/n final square minus 1/n initial square. ബട്ട് ഹൈഡ്രജൻ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതണം, Z സ്ക്വയർ. ഇത് എവിടെ നിന്ന് എങ്ങോട്ടാണ് ജമ്പ് ചെയ്തേ? 1ലേക്കാണ് ജമ്പ് ചെയ്തേ. അപ്പോൾ 1/1 സ്ക്വയർ മൈനസ് 2 1 ഡിവൈഡ് ബൈ 4 ഇല്ലേ? ഇത് 3/4. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ലാംഡ ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ ലാംഡ ഈസ് ഈക്വൽ ടു 3 Z സ്ക്വയർ R ഡിവൈഡ് ബൈ 4 എന്ന് വന്നു. ഇതിൽ വേരിയബിൾ എന്താ? ലാംഡയും ഇസഡും ആണ് വേരിയബിൾ. അപ്പം ലാംഡ ഇൻറ്റു ഇസഡ് സ്ക്വയർ ഒരു കോൺസ്റ്റൻ്റ് അല്ലേ? 4 ഡിവൈഡ് ബൈ 3R എന്ന് വരും ഇല്ലേ? ലാംഡ ഇൻറ്റു ഇസഡ് സ്ക്വയർ എല്ലാത്തിനും 4 ഡിവൈഡ് ബൈ 3R വരണം. എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു ഇസഡ് സ്ക്വയർ എല്ലാത്തിനും സെയിം ആണ്. ഹൈഡ്രജൻ്റെ ലാംഡ 1, ഇസഡ് സ്ക്വയർ 1 മസ്റ്റ് ബി ഈക്വൽ ടു ഡ്യൂട്ടീരിയത്തിൻ്റെ ലാംഡ 2 ഇസഡ് ഈസ് ഈക്വൽ ടു വാട്ട്? അതിനും 1 ഈക്വൽ ടു ഹീലിയത്തിൻ്റെ ഇസഡ് എന്താണ്? ലാംഡ 3 ആണ്. ഇസഡ് എന്താണ്? 2 ആണ്. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. ലിത്തിയത്തിൻ്റെ ലാംഡ 4 ആണെന്നാണ് പറഞ്ഞേ. അതിൻ്റെ ഇസഡ് എന്താണ്? 3. 3യുടെ സ്ക്വയർ 9. അപ്പോൾ ലാംഡ 1 ഈക്വൽ ടു ലാംഡ 2 ഈക്വൽ ടു 3, ലാംഡ 3 ഈക്വൽ ടു 9, ലാംഡ 5 4. അങ്ങനെ ഉണ്ടോ നോക്കിയേ. ലാംഡ 1, ലാംഡ 2, ഹിയർ ഇറ്റ് ഈസ്, ഹിയർ ദാറ്റ് ഈസ്. എല്ലാത്തിൻ്റെ ജമ്പിങ് 2 നിന്ന് 1ലേക്കാണ്. ഹൈഡ്രജൻ്റെയും ഡ്യൂട്ടീരിയത്തിൻ്റെയും ഹീലിയത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ജമ്പിങ് എവിടുന്ന? 2 നിന്ന് 1ലേക്കാണ്. 2 നിന്ന് 1ലേക്ക് എന്ന് പറഞ്ഞാൽ ഈ പാർട്ട് എല്ലാത്തിനും സെയിമാണ്. ദിസ് പാർട്ട്, ഈ പാർട്ട് മാത്രം നോക്കിയാൽ മതി. ഇസഡ് ഇൻറ്റു ലാംഡ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സി ദ ബൈൻഡിങ് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ആറ്റം ഈസ് ദാറ്റ് മച്ച്. ദ എനർജി റീക്വയർഡ് ടു റിമൂവ് ഇലക്ട്രോൺ ഫ്രം ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേജ് ഓഫ് ലിത്തിയം. ഇത് കെമിസ്ട്രിയിലും ഫിസിക്സിലും എല്ലാം സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ ബൈൻഡിങ് എനർജി? ബൈൻഡിങ് എനർജി ഈസ് ലൈക്ക് അയണൈസേഷൻ എനർജി. ഓക്കെ, എത്ര എനർജി കൊടുത്താലാണോ നിങ്ങൾക്ക് അതിനെ അൺബൈൻഡ് ചെയ്യാൻ പറ്റുക, എത്ര കൊടുത്താൽ അതിനെ പുറത്തേക്ക് എടുക്കാം, അതാണ് അതിൻ്റെ ബൈൻഡിങ് എനർജി. എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് എനർജി ഈസ് ബേസിക്കലി നിങ്ങൾ പുറത്തേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ എനർജി 0, ഉള്ളിലുള്ളപ്പോൾ അതിൻ്റെ എനർജി E ആണെന്ന് വിചാരിക്കുക. ഇതാണ് ബൈൻഡിങ് എനർജി. ഓർ ബൈൻഡിങ് എനർജി ഈസ് നെഗറ്റീവ് ഓഫ് ദ എനർജി ഇറ്റ് പൊസസ് നൗ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് പോയി. അപ്പം എങ്ങനെ വരും? ഇസഡ് സ്ക്വയർ ബൈ എൻ സ്ക്വയർ ഇൻറ്റു 13.6. ഇതാണ് ബൈൻഡിങ് എനർജി. എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ മൈനസ് ഇസഡ് സ്ക്വയർ ബൈ എൻ സ്ക്വയർ ഇൻറ്റു 13.6. ബൈൻഡിങ് എനർജി എന്താണെന്ന് ചോദിച്ചാൽ മൈനസ് ഓഫ് ദാറ്റ് ഈസ് ദ ബൈൻഡിങ് എനർജി.
നിങ്ങൾക്ക് എന്തിൻ്റെ ബൈൻഡിങ് എനർജിയാണ് വേണ്ടത്? ഈ ബി ഓഫ് ലിത്യം. ലിത്യത്തിൻ്റെ ഇസഡ് എത്ര? ലിത്യം അല്ലേ സാധനം? യെസ്. ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആയി. ഏത് ഓർബിറ്റിലാണ് ഇപ്പോൾ ഉള്ളത്? ഏത് ഓർബിറ്റാണ്? റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർബിറ്റാണ്. സെക്കൻഡ് ഓർബിറ്റ് n സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആയി. പിന്നെ 13.6. ഇത് 4ഉം 13.6ഉം ആണ് 3.4 ആയി. 9 4 36 6 ശിഷ്ടം 3 27 3 30 30.6 ഇലക്ട്രോൺ വോൾട്ട് എനർജി കൊടുക്കേണ്ടി വരും. അങ്ങനെ ആൻസർ ഉണ്ടോ എന്ന് നോക്കിയാൽ 30.6. ഹിയർ ഇറ്റ് ഈസ്. ദാറ്റ് മച്ച് ഇലക്ട്രോൺ വോൾട്ട് എനർജി ഈസ് ടു ബി സപ്ലൈഡ്. Okay, continuing. Water, nothing is there. Next question. ഇത് ഞാൻ ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ സ്വന്തം ചെയ്യൂ. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ ഒരെണ്ണം ചെയ്തതാണ്. In a hydrogen like atom, electron makes a transition from an energy level with a quantum number what? N. എന്നിൽ നിന്ന് ജമ്പിങ് എങ്ങോട്ട്? n-1ലേക്ക്. എന്നിൽ നിന്ന്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതുക? 1 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ആണോ വേണ്ടത്? എന്താ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ എമിറ്റഡ്? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകൂടെ ഞാൻ എഴുതി തരാം, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോണം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ c/λയാണ്. പക്ഷേ 1/λയുടെ ഇക്വേഷൻ നമുക്കറിയാം r. അപ്പോൾ ഒരു c കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എങ്ങോട്ടാണ് ജമ്പ് ചെയ്ത്? n-1ലേക്ക് ജമ്പ് ചെയ്തു. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ n-1. എവിടുന്നാണ് ജമ്പ് ചെയ്ത്? സ്ക്വയർ ഉണ്ട് കേട്ടോ. എന്നിൽ നിന്ന് ജമ്പ് ചെയ്യും n സ്ക്വയർ. ഇത് സോൾവ് ചെയ്യുക. LCM എടുക്കുക, ഞാൻ ചെയ്ത പോലെ ചെയ്യുക, കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. n ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് ഫ്രീക്വൻസി. കഴിഞ്ഞ പ്രാവശ്യത്തെ ആൻസർ തന്നെ കിട്ടും. ഇൻവേഴ്സ്ലി പ്രപ്പോസ് ടു n³ എന്ന് കിട്ടും. ഞാൻ വീണ്ടും ചെയ്യുന്നില്ല, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ചെയ്യുന്നില്ല. അത് തന്നെയല്ല ഇത് നിങ്ങൾ, അത് ഞാൻ ചെയ്തു തന്നല്ലേ, ഇത് നിങ്ങൾ സ്വന്തം ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക്. ചെയ്യണം കേട്ടോ, ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കോൺഫിഡൻസ് കംസ് ഫ്രം പ്രാക്ടീസ്. പ്രാക്ടീസ് ചെയ്ത് ആൻസറിൽ എത്തുമ്പോഴാണ് കോൺഫിഡൻസ് ഉണ്ടാകുക. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് പെന്ന് ചലിക്കാൻ തുടങ്ങും. യുവർ പെൻ വിൽ സ്റ്റാർട്ട് മൂവിങ്. അപ്പോൾ ആൻസറിൽ എത്തും നിങ്ങൾ. ചെയ്ത് നോക്കാണ്ട് വെറുതെ നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ആറ്റം ട്രാൻസിഷൻ ഫ്രം n+1 ഓർബിറ്റ് ടു nth ഓർബിറ്റ് ഫോർ എ ലാർജ് ആൻഡ് വേവ് ലെങ്ത് ഓഫ് ദ എമിറ്റഡ്. കഴിഞ്ഞ പ്രാവശ്യം ഫ്രീക്വൻസി ചോദിച്ചു, ഈ പ്രാവശ്യം വേവ് ലെങ്ത് ചോദിച്ചു. അതുപോലെ തന്നെയല്ലേ ചെയ്യുക? 1 ഡിവൈഡ് ബൈ ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു r ഇൻറ്റു എവിടുന്ന് എങ്ങോട്ടാണ് ജമ്പിങ്? n+1ൽ നിന്ന് എന്നിലേക്ക് 1 ഡിവൈഡഡ് ബൈ n സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ n+1 സ്ക്വയർ. ആണോ ഇല്ലയോ? അപ്പോൾ 1/λ ഫ്രീക്വൻസിയുടെ സ്ഥാനത്ത് ഈസ് ഈ ഡയറക്ട്ലി പ്രപ്പോസ് ഇങ്ങനെയാണ് കിട്ടാൻ പോകുന്നത്. ശരിയല്ലേ? അപ്പം ലാംഡ എങ്ങനെയായിരിക്കും? ഫ്രീക്വൻസിയാണ് ഇൻവേഴ്സ്ലി പ്രപ്പോസ് ടു n³ വരിക ചെയ്തു വരുമ്പോൾ. അപ്പം ലാംഡ ഡയറക്ട്ലി പ്രപ്പോസ് ടു എന്തായിരിക്കും? n³ ആയിരിക്കും. ചെയ്ത് നോക്കണം കേട്ടോ, ചെയ്ത് നോക്കണം. ഇതും ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് വിടുന്നു. ഹോംവർക്ക് ചെയ്ത് നോക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കുട്ടികളെ. ദ എനർജി റീക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം സിംഗിളി അയണൈസ്ഡ് ഹീലിയം ആറ്റം ഈസ്. സിംഗിളി അയണൈസ്ഡ് ഹീലിയം ആറ്റത്തിലെ എനർജി 2.2 ടൈംസ് ദ എനർജി റീക്വയർഡ് ടു റിമൂവ് ദ ഇലക്ട്രോൺ ഫ്രം ഹീലിയം ആറ്റം. നോക്കൂ കുട്ടികളെ, ഒരു ഹീലിയം ആറ്റം ഉണ്ട്. അതിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ആദ്യത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനാണ് എളുപ്പം അല്ലേ? രണ്ടാമത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. രണ്ടാമത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജി ആദ്യത്തേതിൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ E2 എന്ന് ഞാൻ വിളിക്കാം എനർജി. അത് ആദ്യത്തേതിൻ്റെ എത്രയാണെന്നാണ് പറഞ്ഞത്? രണ്ടാമത്തേത് റിമൂവ് ചെയ്യാൻ ആദ്യത്തേതിൻ്റെ 2.2 മടങ്ങ് വേണമെന്നാണ് പറഞ്ഞത്. ഇത് ഒരെണ്ണം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഒരെണ്ണം നമ്മൾ റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. അതിൻ്റെ എനർജി എങ്ങനെയാണ് അതിൻ്റെ എനർജി എത്രയാണെന്ന് നമുക്കറിയില്ല. നമ്മുടെ ഈ ഫോർമുലയില്ല. അതിൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയില്ല നമ്മുടെ കയ്യിലുള്ള ഫോർമുല എന്താണ്? ഒറ്റ ഇലക്ട്രോൺ ഉള്ള സിസ്റ്റത്തിൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള, റിമൂവ് ചെയ്യാൻ വേണ്ട എനർജി എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം ഈ സെക്കൻഡ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഉള്ള എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ ഫോർമുലയുണ്ട്. അങ്ങനെയെങ്കിൽ സെക്കൻഡിൻ്റെ ആണെങ്കിൽ ഫസ്റ്റിൻ്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സെക്കൻഡിൻ്റെ എനർജിനെ 2.2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഫസ്റ്റിൻ്റെയും കൂടെ കിട്ടും. കാരണം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് സെക്കൻഡ് വണ്ണിനാണ് കൂടുതൽ എനർജി വേണ്ടത്. എത്ര? 2.2 ടൈംസ് കൂടുതൽ വേണം. അപ്പോൾ ഫസ്റ്റ് വണ്ണിന് 2.2 ടൈംസ് കുറവ് പോരെ. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ കൂടെ കണ്ടുപിടിച്ച് 2 കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ സെക്കൻഡ് വണ്ണിൻ്റെ എനർജി E2 എന്ന് ഞാൻ പറയാൻ പോകും കേട്ടോ. സെക്കൻഡ് ഇലക്ട്രോണിനെ
റിമൂവ് ചെയ്യാൻ വേണ്ട എനർജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബൈൻഡിങ് എനർജി. എന്താണ് ഇക്വേഷൻ? ഇസഡ് സ്ക്വയർ. ഏതാ സാധനം? ഹീലിയമാണ്. ഇക്വേഷൻ ഇസ് ദിസ്. ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷൻ, ലെറ്റ് മീ റൈറ്റ്. ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ ഇൻറ്റു 13.6. ഇതാണ് ഇക്വേഷൻ. ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷനാണത്. അപ്പോൾ എത്ര കിട്ടിയെന്ന് ചോദിച്ചാൽ ബൈൻഡിങ് എനർജി ഓഫ് സെക്കൻഡ് വൺ, ആദ്യത്തേൻ്റെ അവിടെ നിൽക്കട്ടെ കുട്ടികളെ, കാരണം ആദ്യത്തേത് എനിക്ക് വേണമെങ്കിൽ സെക്കൻഡ് വണ്ണിൻ്റെ കണ്ടുപിടിച്ചിട്ട് 2.2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 2.2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ ആവും. ഓക്കെ. E2 ഈസ് ഈക്വൽ ടു ഇസഡ്. ഏതാ സാധനം എന്ന് ചോദിച്ചാൽ ഹീലിയം അല്ലേ? ഹീലിയത്തിൻ്റെ ഇസഡ് 224. എവിടുന്നാ? ഫസ്റ്റ് ഓർബിറ്റിലാണ് ഈ സാധനം ഉള്ളത് കേട്ടോ. ഫസ്റ്റ് ഓർബിറ്റിലാണ്. അപ്പോൾ ഒരെണ്ണത്തിനെ റിമൂവ് ചെയ്താലോ ഫസ്റ്റ് ഓർബിറ്റ് തന്നെ n സ്ക്വയർ 1 ആണ്. 13.6. 6 4 24 4 ഇഷ്ടം 4 3 4 12 4 14 4 ഇഷ്ടം 1 1 1 6. ശരിയാണോ? അല്ല. ഒരു 4 4ഉം 6 4 24 4 ഇഷ്ടം 2 1 4ഉം 1 5 54.4. അപ്പോൾ ടോട്ടൽ എനർജി വേണമെങ്കിൽ ഈ E2നോട് E1 കൂടെ ആഡ് ചെയ്യണം. പക്ഷേ E1 നമുക്കറിയില്ല. പക്ഷേ E2 E1 തമ്മിലുള്ള റിലേഷൻ അറിയാം. E2 എത്രയാണ്? E2 നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 54.4. E1 എത്രയാ? ഇതിൻ്റെ 54.4ൻ്റെ എത്ര എടുത്താൽ മതി? ബൈ 2.2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വണ്ണിനെ റിമൂവ് ചെയ്യാൻ ഇത്ര എനർജി വേണം. സെക്കൻഡ് വണ്ണിനെ റിമൂവ് ചെയ്യാൻ ഇത്ര. സെക്കൻഡ് വണ്ണിനാണ് കൂടുതൽ എനർജി വേണ്ടത്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 54 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 54 ആണെങ്കിൽ ഇത് പോയിൻ്റ് എല്ലാം ഞാൻ വിടുകയാണ് കേട്ടോ. ഇതിൽ പോയിന്റുകളെല്ലാം ഇത് 54 എന്ന് കരുതി. ഇത് 54 ലെറ്റ് മീ അപ്രോക്സിമേറ്റ് 54ഉം 54ൻ്റെ പകുതിയും കൂടെ ഞാൻ ആഡ് ചെയ്താൽ പോവാം. 54ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 27 കൂടെ ആഡ് ചെയ്താൽ 71. അപ്പോൾ 71ൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ആൻസർ 71 ആണോ? അല്ല. പിന്നെ പോയിൻ്റൊക്കെ ഉണ്ടല്ലേ. വെയിറ്റ് 54 25ഉം 2 27. 71 അല്ലല്ലോ. അതെ 81ൻ്റെ അടുത്ത് നിൽക്കുന്ന ആൻസർ വേണ്ടേ? 81ൻ്റെ അടുത്ത് നിൽക്കുന്ന ആൻസർ എവിടെയെങ്കിലും ഉണ്ടോ നോക്ക്. ഇതുമല്ല ഇതുമല്ല ഉറപ്പാ. അപ്പോൾ ഇതേ വരൂ. കുഡ് ബി ദാറ്റ്. ഓക്കെ ആണോ? അടുത്തേക്ക് പോവാം. ഇൻ എ റിയാക്ടർ, ഇനി ന്യൂക്ലിയസിലേക്ക് പോവുകയാണ് കേട്ടോ. ന്യൂക്ലിയസ്. ഇൻ എ റിയാക്ടർ 2 kg of uranium fuel is fully used up in 30 days. The energy released per fusion is this 200 million electron volt. Given that Avogadro number that much per kilomole. എന്ന് പറഞ്ഞാൽ ഒരു മോളിൽ that much per kilomole. Per kilomole. What is that? N is this much. Per mole എന്നല്ലേ പറയണ്ടേ? Why they are telling kilomole? Avogadro number is this per. I don't know what they mean by kilomole. I just per mole എന്ന് ഞാൻ കരുതുന്നു. 1 electron volt is this much. Avogadro number is this per mole ആണ്. Per mole is that. Okay, whatever it is. The power output of the reactor. Power വേണമെങ്കിൽ എന്ത് ചെയ്യണം? പവർ വേണമെങ്കിൽ എനർജി കണ്ടുപിടിക്കണം പെർ യൂണിറ്റ് ടൈം. എനർജി കണ്ടുപിടിക്കണമെങ്കിൽ ഇത്രയും സാധനത്തിൽ എത്ര ആറ്റംസ് ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾക്കറിയാം എത്ര മോളുണ്ടെന്ന് കണ്ടുപിടിക്കുക. ഇത് എത്ര ഗ്രാമാ? 2000 ഗ്രാം. ഒരു മോളിൽ എത്ര ഗ്രാമാ ഉള്ളത്? 235. ഇത്രയും മോളുണ്ട്. ഓരോ മോളിലും എത്രയുണ്ട്? 6.023 ഇൻറ്റു 10⁻26 ഉണ്ട്. ഇത്രയും നമ്പറുണ്ട് കുട്ടികളെ. ഇത്രയും ന്യൂക്ലിയസ് അവൈലബിൾ ആണ്. എത്ര ന്യൂക്ലിയർ ഫിഷൻ? ഇത്രയും ന്യൂക്ലിയസ് അവൈലബിൾ ആണ്. ഒരു ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്താൽ എത്ര കിട്ടും? 2000 മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 10⁻6 ആയി, മില്യൺ ആയി. ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 ഇൻറ്റു 10⁻⁻⁻⁹. ഇപ്പം ജൂളിലായി എനർജി. എന്ന് പറഞ്ഞാൽ ഈ 2 kg യുറേനിയത്തിൽ നിന്ന് ഇത്രയും എനർജി കിട്ടും. അത്രയും എനർജി നിങ്ങൾ എത്ര ദിവസം കൊണ്ടാണ് എടുക്കുന്നത്? എത്ര ദിവസം കൊണ്ടാണ് ഇത്രയും പ്രോസസ്സ് നടക്കുന്നത്? എത്ര ദിവസം കൊണ്ടാണ് നോക്കിയാൽ? 1 വീക്കാ 2 വീക്കാ എത്രയാ? 30 days. അപ്പോൾ 30 daysനെ സെക്കൻഡിലേക്ക് മാറ്റണം. 30 days എന്ന് പറഞ്ഞാൽ 30 days.
ഇത്രയും ഇൻറ്റു 24 എന്ന് പറഞ്ഞാൽ ഇത്രയും അവറായി. 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മിനിറ്റായി, വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡായി. ഈ കാൽക്കുലേഷൻ ചെയ്യുക. ഇറ്റ് ഈസ് നോട്ട് മൈ ഹെഡ് ഏക്ക്. ഓക്കെ, ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇഫ് മൈ മെമ്മറി ഈസ് റൈറ്റ്, ഐ തിങ്ക് കാൽക്കുലേഷൻ ചെയ്ത് നോക്കൂ കുട്ടികളെ. ഏത് ആൻസർ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ പണ്ടെങ്ങാണ്ട് ചെയ്ത ഓർമ്മയേ ഉള്ളൂ. ഓക്കെ, കാൽക്കുലേഷൻ ചെയ്ത് നോക്കൂ കേട്ടോ. ജസ്റ്റ് ഡു ഇറ്റ്. ഇതിലേതെങ്കിലും ഒരെണ്ണം ആൻസർ ആയിട്ട് കിട്ടും. നൗ നെക്സ്റ്റ് വൺ, അടുത്തയിലേക്ക് നോക്കുക. ഇഫ് ദ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, ഇതിൻ്റെയും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ തന്നിട്ടുണ്ട് റെസ്പെക്റ്റീവ്ലി, ദെൻ ദ റിയാക്ഷൻ എനർജി ഓഫ് പ്രോട്ടോൺ മസ്റ്റ് ബി. ഓക്കെ, ഈ പ്രോട്ടോണിൻ്റെ എനർജി എത്രയാണെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ ബൈൻഡിങ് എനർജിയുടെ ഡിഫറൻസ് എടുത്താൽ മതി. ഓക്കെ, ഇതിനായിരിക്കും ബൈൻഡിങ് എനർജി കുറവ്. അപ്പോൾ നിങ്ങൾ ഈ പ്രോട്ടോൺ, ത്രൂ ദിസ് പ്രോട്ടോൺ യു വിൽ ഹാവ് ടു ഗീവ് എനർജി ടു ലിത്തിയം. അതിനൊരു കാര്യം ചെയ്യുക, എനർജി ഓഫ് ലിത്തിയം കണ്ടുപിടിക്കൂ, അല്ലെ എനർജി ഓഫ് റിയാക്ടർ. ഇതിനെ ഇനീഷ്യൽ സിസ്റ്റം എന്ന് വിളിച്ചോ, ഇത് ഫൈനൽ സിസ്റ്റം എന്ന് വിളിച്ചോ. അറിയാമല്ലോ ഇതിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ. എത്രയാ എനർജി ഓഫ് ലിത്തിയം എന്ന് പറഞ്ഞാൽ എനർജി ഇനീഷ്യൽ, ബൈൻഡിങ് എനർജി ഇനീഷ്യൽ ആരുടെ, ലിത്തിയത്തിൻ്റെ. ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു ലിത്തിയത്തിൻ്റെ എത്രയാ 5.60. ഇത് കണ്ടുപിടിക്കുക. ദെൻ ബൈൻഡിങ് എനർജി ഫൈനൽ സിസ്റ്റത്തിൻ്റെ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കുക. എത്ര 8 എണ്ണം ഉണ്ട് കേട്ടോ. 2 ഹീലിയം ആറ്റം ഉണ്ട്. ഓരോ ഹീലിയം ആറ്റത്തിൽ ഈ പ്രോട്ടോണ് ബൈൻഡിങ് എനർജി ഇല്ല. ഇവിടെ 1 ആണ്. പ്രോട്ടോണിന് ബൈൻഡിങ് എനർജി ഇല്ല കേട്ടോ. പ്രോട്ടോൺ ഈസ് എ സിംഗിൾ പാർട്ടിക്കിൾ, ഇറ്റ് ഹാസ് നോ ബൈൻഡിങ് എനർജി. ലിത്യത്തിന് മാത്രമേ ഉള്ളൂ. ഹീലിയത്തിന് 8 പാർട്ടികളുണ്ട്. 8 ഇൻറ്റു ഒരെണ്ണത്തിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എത്രയാണ് 7.06. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ്. ഇത് 7.35, ഇത് 7.56 അല്ലേ. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ്. അപ്പം ഈ പ്രോട്ടോണിൻ്റെ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഇത് നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യൂ. ദെൻ യു വിൽ ഗെറ്റ്. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യണം. അത് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ സ്വന്തം ചെയ്തോളുക. നെക്സ്റ്റ് വൺ ഈസ് ദിസ്. activity of 3 radioactive substance ABC are given. നിങ്ങൾക്ക് T half of A, T half of B, T half of C. അപ്പം ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിസിൻറ്റിഗ്രേഷൻ റേറ്റ് എന്ന് നമ്മൾ പറയും. ആക്ടിവിറ്റി ഓർ ഡിസിൻറ്റിഗ്രേഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു R ഈസ് ഈക്വൽ ടു R0 e to the power minus lambda t. എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ n ഈസ് ഈക്വൽ ടു N0 e to the power minus lambda t എന്ന് പറയുന്ന പോലെ തന്നെ ആക്ടിവിറ്റി ഈസ് ഈക്വൽ ടു R0 e to the power minus lambda t. ലോഗിൻ്റെ ഗ്രാഫ്. അപ്പോൾ ln R ഈസ് ഈക്വൽ ടു ln R0. ഇതിൻ്റെ ലോഗ് എടുക്കുമ്പോൾ മൈനസ് ലാംഡ ടി എന്ന് വന്നു. എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫ് ഉണ്ടല്ലോ കുട്ടികളെ, ഈ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. അതായത് ലോഗ് ആർ വേഴ്സസ് ടി ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ലോപ്പ് മൈനസ് ലാംഡ ആയിരിക്കും. സ്ലോപ്പ് മൈനസ് ലാംഡ. ഓക്കെ, ഓർ മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് സ്ലോപ്പ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ലാംഡ ഈസ് മൈനസ് ഓഫ് സ്ലോപ്പ്. ലാംഡേനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ln2/t എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് സ്ലോപ്പ്. ദാറ്റ് മീൻസ് മൈനസ് സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ t ഈസ് ഈക്വൽ ടു ln2 ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് സ്ലോപ്പ്. അപ്പോൾ t of a divided by minus of slope. T of a is to T of B is to ratio ആണോ വേണ്ടത്? അതെ, ratio. T of C is equal to ln2 എല്ലായിടത്തും നിന്ന് പോകും. മൈനസ് ഓഫ് സ്ലോപ്പ് that means 1 divided by slope of A. What is slope of A? മൈനസ് ഓഫ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ദിസ് ബൈ ദിസ് ചെയ്താൽ മതി. ആക്ച്വലി ഇതിൻ്റെ സ്ലോപ്പ് നെഗറ്റീവാണ്. ആ നെഗറ്റീവ് സൈൻ കളഞ്ഞിട്ട് ഞാൻ എഴുതുന്നു. എയുടെ സ്ലോപ്പ് ഏതാ? 6/10. 6/10 എന്നുള്ളത് മുകളിലോട്ട് എഴുതി. ശരിയല്ലേ? 6/10. കാരണം സ്ലോപ്പ് താഴെ എഴുതണ്ടേ. 6/10 ഈസ് ടു സ്ലോപ്പ് ഓഫ് ബി എത്രയാണ് കുട്ടികളെ? സ്ലോപ്പ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 6/5. ഇത് 6 താഴെ എഴുതണം, 5 മുകളിലോട്ട് എഴുതി. ദെൻ വാട്ട് ഇസ് ദ സ്ലോപ്പ് ഓഫ് നെക്സ്റ്റ് വൺ? ഈസ് ടു. വാട്ട് ഇസ് ദ സ്ലോപ്പ് ഓഫ് ദിസ് വൺ? 2/5. 2/5.
2/5 ഇതിൻ്റെ എത്ര കിട്ടുമെന്ന് നോക്കി. നമുക്കൊരു കാര്യം ചെയ്യാം. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് 10:5:15 എന്ന് വന്നു. 10:5:15. അപ്പോൾ 2:1:3. 2:1:3. Here it is. 2:1:3. ഈ ഡേറ്റയൊക്കെ നിങ്ങൾ അറിയേണ്ട ഡേറ്റയാണ് കേട്ടോ. യു മസ്റ്റ് ബി ഏബിൾ ടു ഡു ദാറ്റ്. Look, in a radioactive nucleus decay by 2 different process. 2 different പ്രോസസ്സിലാണ് ഇത് ഡീക്കേ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് പ്രോസസ് ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ് ആൻഡ് ഹാഫ് ലൈഫ് ഓഫ് സെക്കൻഡ് പ്രോസസ് ഈസ് 100 സെക്കൻഡ്. ഇഫക്റ്റീവ് ഹാഫ് ലൈഫ് ഓഫ് ന്യൂക്ലിയസ് ഈസ് ഈക്വൽ ടു. കുട്ടികളെ ഇങ്ങനത്തെ ന്യൂക്ലിയർ പ്രോസസ്സിൽ ഇഫക്റ്റീവ് ലാംഡ ഈസ് ഈക്വൽ ടു ലാംഡ ഓഫ് ഫസ്റ്റ് പ്രോസസ് പ്ലസ് ലാംഡ ഓഫ് സെക്കൻഡ് പ്രോസസ് ആണ്. അല്ലാണ്ട് ഹാഫ് ലൈഫ് അല്ല ആഡ് ചെയ്യേണ്ടത്, ലാംഡയാണ് ആഡ് ചെയ്യേണ്ടത്. ഈ ലാംഡ എന്ന് പറഞ്ഞാൽ ln2 ഡിവൈഡഡ് ബൈ ടി ഈസ് ഈക്വൽ ടു ln2 ഡിവൈഡഡ് ബൈ ടി ഓഫ് ഫസ്റ്റ് പ്രോസസ് പ്ലസ് ln2 ഡിവൈഡ് ബൈ ടി ഓഫ് സെക്കൻഡ് പ്രോസസ്. അപ്പോൾ ടി എങ്ങനെ കിട്ടും? T1 T2 ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ റിലേഷൻ ഈസ് ദിസ് 1/T ഈക്വൽ ടു 1/T1 പ്ലസ് 1/T2. ഇതാണ് 2 ഡിഫറെൻറ്റ് പ്രോസസ് ആണ് നടക്കുന്നതെങ്കിൽ ഇഫക്റ്റീവ് ടൈം പീരീഡ്, ഐ മീൻ ഹാഫ് ലൈഫ് പീരീഡ്. T1 എന്ന് പറഞ്ഞാൽ 10, T2 എന്ന് പറഞ്ഞാൽ 100, T1 പ്ലസ് T2 എന്ന് പറഞ്ഞാൽ 110. ഒരു സീറോയും പോയാണെങ്കിൽ 100 ഡിവൈഡഡ് ബൈ 11 യു ഗെറ്റ് ഇറ്റ് ആസ് 9 ഇല്ലേ? 9 പോയിൻറ്റ് സംതിങ് ഓർ സംതിങ്. എത്ര കിട്ടും? 9 സെക്കൻഡ് കിട്ടും. 9 11s are 99. അങ്ങനെ 9 point something you will get. Close to 9. Very, very close to 9. Next one, see, 33. A radioactive material, fraction of active material remains after 9/16. The fraction that remain after T/6. Fraction remain after T is fraction remain. എന്ന് പറഞ്ഞാൽ നിങ്ങൾ n/n0 എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. e⁻ λT. n = n0 e⁻ λT എന്ന് പഠിച്ചിട്ടില്ലേ? ആ ഫ്രാക്ഷനാണ് തന്നിട്ടുള്ളത്. ആ ഫ്രാക്ഷൻ എത്രയാണ് തന്നിട്ടുള്ളത്? 9/16 ഈക്വൽ ടു e⁻ λT. ടി ടൈമിലെ ഫ്രാക്ഷൻ ഇതാന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ T/2 ഫ്രാക്ഷൻ എത്ര? ആ ഫ്രാക്ഷൻ f ആണെന്ന് വിചാരിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു e⁻ λT/2 എന്നുള്ളത് എനിക്ക് ഇങ്ങനെ എഴുതാം. കണ്ടോ? ഇങ്ങനെ എഴുതാം. അങ്ങനെ എഴുതിയാലേ നിങ്ങൾക്ക് മനസ്സിലാവൂ. അങ്ങനെ എഴുതിയാലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇവിടെ T/2 എഴുതുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സോൾവ്. a⁻m n ഈസ് a⁻m ഇൻറ്റു n. അപ്പോൾ T/2 എന്ന് വരും. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വാല്യൂ എനിക്കറിയാം, 9/6 ആണ്. അപ്പോൾ ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 9/16 ടു ദ പവർ ഹാഫ് എന്ന് പറഞ്ഞാൽ ടേക്ക് സ്ക്വയർ റൂട്ട് 3/4. 3/4 ഉണ്ടോ എന്ന് നോക്കി. 3/4 ഈസ് ദ ആൻസർ. 3/4 ചെയ്യാൻ പറ്റുന്നുണ്ടോ കുട്ടികളെ? ആർ യു ഏബിൾ ടു ഡു ഓർ ഈസ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ യു? എല്ലാവരും ലഞ്ച് ബ്രേക്കിന് പോയോ? നമ്പർ കുറഞ്ഞല്ലോ. ഓക്കെ, ലെറ്റ് us കണ്ടിന്യൂ. നോക്കൂ, another question which is also very important. Two radioactive material A and B have decay constant 10 lambda respectively. If initially they have same number of nuclei, that's very important, n0 is same, then ratio of number of nuclei of A to B will be 1/E. എന്ന് പറഞ്ഞാൽ ഇവയുടെ നമ്പർ 1/E ആവണം. ലെറ്റ് മീ റൈറ്റ് number of moles left, nucleus left undecayed is equal to, ഇതിൻ്റെ ഇക്വേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? n is equal to n0 e⁻ λT. ഇതാണ് ഇക്വേഷൻ. എയുടെ നമ്പറിനെ n എന്ന് വിളിക്കാം. രണ്ടിനും ഒരേ നമ്പറാണ് ഇനീഷ്യലുള്ളത്, n0. e⁻ എത്ര ലാംഡയാണ്? 10 λT. അതിൻ്റെ ലാംഡ 10 ലാംഡയാണ്, 10 λT. nb ഈക്വൽ ടു n0 ഒരേ നമ്പറാണ് രണ്ടിനും ഇനീഷ്യലി, e⁻ λT. ഓക്കെ ആണോ? ഇനി ഇതിൻ്റെ റേഷ്യോ എത്രയാണ്? 1/E ആവണം. ഏതിൻ്റെ റേഷ്യോ? ദിസ് ബൈ ദിസ്. അപ്പോൾ നിങ്ങൾ ഡിവൈഡ് ചെയ്യൂ. ഇതേ ബൈ ഇത് 1/E ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഈക്വൽ ടു ഇതും പോയി (e⁻) കോമൺ ഔട്ട് ചെയ്തു. 10 λ - λ
ഇത് കോമൺ ഔട്ട് ചെയ്തു മൈനസ് 9 ലാംഡ ടി എന്ന് കിട്ടി. മനസ്സിലായോ? ദിസ് മൈനസ് ദിസ് മൈനസ് ദിസ്. ഓക്കെ, മൈനസ് കോമൺ ഔട്ട് ചെയ്ത് 10 ലാംഡ മൈനസ് ലാംഡ 9 ലാംഡ ടി. ഇത് 1/e നിങ്ങളൊരു കാര്യം ചെയ്യൂ, 1/e ഇ ടു ദ പവർ -1 എന്ന് എഴുതൂ. എന്നിട്ട് പവർ ബേസ് സെയിം ആയതുകൊണ്ട് പവർ ഇക്വേറ്റ് ചെയ്താലോ 9 ലാംഡ ടി ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ലാംഡ ടി ഈക്വൽ ടു 1. നിങ്ങൾക്ക് ടൈമല്ലേ വേണ്ടേ? ടൈം ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 9 ലാംഡ. ആൻസർ ഉണ്ടോ എന്ന് നോക്കി. 1 ഡിവൈഡ് ബൈ 9 ലാംഡ. ആൻസർ ഈസ് ദെയർ. ആൻസർ ഈസ് ദെയർ. നെക്സ്റ്റ് യു സി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യനും സിമിലർ ആണ്, ഞാനിത് ചെയ്യേല. ഐ വോണ്ട് ഡു ദിസ്. സി, സിമിലർ ക്വസ്റ്റ്യൻ. Two radioactive substances A and B have a decay constant 5 lambda and lambda respectively. At T is equal to 0, sample has same number in 2 nuclei. The time taken for the ratio become 1/e square. ഇപ്പോൾ നമ്മൾ 1/e ആവാൻ എടുത്ത ടൈം ആകാൻ കണ്ടുപിടിച്ചത്. ഇനി 1/e square ആവാൻ എത്ര ടൈം എടുക്കണമെന്ന് നിങ്ങൾ സ്വന്തം ചെയ്യുക. ഡു ഹോംവർക്ക് HW. ഓക്കെ, ബിക്കോസ് സിമിലർ ക്വസ്റ്റ്യൻ ഇസ് ഡൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ റേഡിയോ ആക്റ്റീവ് ഡീകേ ചെയിൻ ഇനീഷ്യൽ ന്യൂക്ലിയസ് തോറിയം 23290, തോറിയത്തിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നിട്ടുണ്ട്. അറ്റ് ദ എൻഡ് ദെയർ ആർ 6 ആൽഫ പാർട്ടിക്കിൾ ആൻഡ് 9 ബീറ്റ പാർട്ടിക്കിൾ വിച്ച് ആർ എമിറ്റഡ്. ബീറ്റ എന്ന് പറഞ്ഞാൽ ബീറ്റ മൈനസ് എടുക്കുക. ബീറ്റ പാർട്ടിക്കിൾ 2 ടൈപ്സ് ആർ ദർ, ബീറ്റ ഡീകേ, ബീറ്റ പ്ലസ്, ബീറ്റ മൈനസ്. അൺലെസ് ആൻഡ് അതർവൈസ് ദേ സേ ദാറ്റ് ഇറ്റ് ഈസ് ബീറ്റ പ്ലസ്, you should take always beta minus. Okay, that is more common. That's why the reason which is emitted. The nucleus XA, A and Z are given by ഇത് തോറിയത്തിൽ നിന്ന് വേറെ ന്യൂക്ലിയസ് ആയി അതിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും കണ്ടുപിടിക്കുക. ഒന്നുമില്ല, നിങ്ങൾ ഒരു ഫോർമുലയും ബൈ ഹാർട്ട് ചെയ്യേണ്ട. ഇക്വേഷൻ എഴുതിയിട്ട് ടോപ്പും ബോട്ടവും ബാലൻസ് ചെയ്യുക. ഏതാ നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് അല്ല, റിയാക്റ്റൻ്റ് ഏതാ? തോറിയമാണ്. അത് എത്രയാ? 90 ഉണ്ട്. 232. ഇതാണ് എക്സ് ആയത്. എക്സിൻ്റെ അറ്റോമിക് നമ്പർ Z, മാസ് നമ്പർ A. എത്ര ആൽഫ പാർട്ടിക്കിൾ ഉണ്ടായി? എത്ര ആൽഫ പാർട്ടിക്കിൾ? 6 ആൽഫ പാർട്ടിക്കിൾ. ആൽഫയുടെ ആറ്റോമിക് നമ്പർ, ഐ മീൻ ചാർജ് 4, മാസ് ചാർജ് 2, 4 2. ഇതെല്ലാവർക്കും അറിയാമല്ലോ ആൽഫ പാർട്ടിക്കിളിനെ എങ്ങനെയാണ് എഴുതുന്നത്. എത്ര ബീറ്റ പാർട്ടിക്കിളാണ്? ബീറ്റ 4. ബീറ്റ മൈനസ് ചാർജ് മൈനസ് മാസ് 0. ഇങ്ങനെ എഴുതണം. ഇങ്ങനെ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ കറക്റ്റിലെ ആൻസർ തെറ്റും. എന്നിട്ട് ടോപ്പ് ബാലൻസ് ചെയ്യുക. ടോപ്പ് എന്ന് പറഞ്ഞാൽ 2 അല്ല 332 തന്നെയല്ലേ? 330, വാട്ട് ഈസ് ദാറ്റ്? 232 ഈസ് ഈക്വൽ ടു A പ്ലസ് 6 4 24. അപ്പോൾ A കിട്ടി. A ഈസ് ഈക്വൽ ടു, ഇതിൽ നിന്ന് 24 പോയാൽ എത്ര കിട്ടി? 208 കിട്ടി. 208ഉം 24ഉം ശരിയാണ്, കറക്റ്റ്. 4 8 32, കറക്റ്റ്. 208. ഇനി A കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ഇസഡ് കിട്ടാൻ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. 90 ഈക്വൽ ടു ഇസഡ് പ്ലസ് 6 2 12 മൈനസ് 4. അപ്പം ഇസഡ് ഈക്വൽ ടു എത്ര കിട്ടി? ഇത് 8 ഇതിൽ നിന്ന് പോയാൽ 82, 82. ശരിയല്ലേ? 8 ഇതിൽ നിന്ന് പോയാൽ 82. അപ്പോൾ ആൻസർ എത്രയാണ്? 108ഉം 208ഉം 82. ഇതാണ് ആൻസർ. കുട്ടികളെ ഇത് ബൈഹാർട്ട് ചെയ്യാനേ നിൽക്കരുത്. ബൈഹാർട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആൽഫ പാർട്ടിക്കിളിൻ്റെ നമ്പർ കണ്ടുപിടിക്കുക. ഇതാണ് ഇക്വേഷൻ. ബീറ്റയുടെ ഇതാ ഇക്വേഷൻ നിങ്ങൾ ചിലപ്പോൾ കാണാൻ പഠിച്ചിട്ടുണ്ടാകും. ഡോണ്ട് ബൈഹാർട്ട്. ഇങ്ങനെ ഇക്വേഷൻ എഴുതുക, ടോപ്പും ബോട്ടം ബാലൻസ് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആൻസർ വരും. അൺനെസറി ആയിട്ടുള്ള ബർഡൻ കൊണ്ട് നടക്കരുത് മൈൻഡിൽ. ഇനി നോക്കൂ, ലുക്ക്, യൂസിങ് ന്യൂക്ലിയർ കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. യൂസിങ് എ ന്യൂക്ലിയർ കൗണ്ടർ, ദ കൗണ്ട് റേറ്റ് ഓഫ് emitted particle from the radioactive source is measured. At T is equal to 0, it is 1600 counts per second. And T is equal to 8 seconds, it is 1000 counts per second. The count rate observed as the count per second at T is equal to 6. ഒന്നുമില്ല, T is equal to 0 ഇത്രയായിരുന്നു കൗണ്ട് റേറ്റ്. T is equal to 8ൽ 100 ആണ്. എങ്കിൽ T is equal to 6ൽ എത്ര? നിങ്ങൾക്കറിയാം കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, ആക്ടിവിറ്റി അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു R0 e to the power മൈനസ് ലാംഡ ടി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇതിനെ വേറൊരു ഫോർമാറ്റിലും എഴുതാൻ നിങ്ങൾ പഠിക്കണം. ഏത് ഫോർമാറ്റാണെന്ന് ഞാൻ പറയാം. R0 2 to the power മൈനസ്
ടി ബൈ ടി, ടി ഈസ് ഹാഫ് ലൈഫ്. കണ്ടോ, ഇത് രണ്ടും ഒരേ ഇക്വേഷനാണ് കേട്ടോ. ഈ ഇക്വേഷൻ തന്നെയാണ് ഇത്. ഇതെങ്ങനെ ഇങ്ങനെയാവുന്നു നിങ്ങൾക്ക് അറിയാമോ? ഡു യു നോ ഹൗ ദിസ് ഇക്വേഷൻ ബിക്കംസ് ലൈക്ക് ദിസ്? ഒന്നുമില്ല, ലാംഡയ്ക്ക് ln 2 by t എന്ന് കൊടുത്താൽ മതി. സി ഇഫ് എനിവൺ ഡസൻ നോ, ലിസൺ ഹിയർ, ഹൗ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ഐ ആം ഗോയിങ് ടു ഷോ. സി ഇ ടു ദ പവർ മൈനസ് ലാംഡ ടിയെ ഞാൻ ഇങ്ങനെ എഴുതുന്നു. ഇ ടു ദ പവർ മൈനസ് ലാംഡനെ ln 2 ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു ടി എന്ന് എഴുതി. ഒന്നുമില്ലല്ലോ, ln നിങ്ങൾക്ക് അതറിയാവുന്നതല്ലേ, ലാംഡ ഈസ് ഈക്വൽ ടു ln 2 by t എന്നല്ലേ. ഇനി ഈ ടി ബൈ ടിയെ ടിയുടെ 2ൻ്റെ പവറായിട്ട് എഴുതാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ടു ദ പവർ മൈനസ് ln 2 ടു ദ പവർ ടി ബൈ ടി എന്ന് എഴുതാം. ഇത് ഇ ടു ദ പവർ ln എനിത്തിങ്, ഡോണ്ട് യു നോ, ഇ ടു ദ പവർ ln എക്സ് എന്താണ്? എക്സ് ആണെന്ന് നിങ്ങൾക്കറിയാം, കാരണം ഇയും എല്ലനും ഇൻവേഴ്സ് ഫങ്ഷൻസ് ആണെന്ന് മാത്സിൽ പഠിച്ചിട്ടില്ലേ. അങ്ങനെയെങ്കിൽ ഇതെന്തായിരിക്കും? ഈ മൈനസ് ഇങ്ങോട്ട് എടുത്തു കേട്ടോ, ഇത് പ്ലസ് ആയി, മൈനസ് കൂടെ ഞാൻ അങ്ങോട്ട് എടുത്തു. അങ്ങനെയാണ് ഇത് എത്രയായിരിക്കും? 2 ടു ദ പവർ ടി ബൈ ടി വിത്ത് എ മൈനസ് സൈൻ. എന്ന് പറഞ്ഞാൽ ഈ സാധനം തന്നെയാണ് ഈ സാധനം, കാരണം ഇത് വെരി ഈസി ടു ഹാൻഡിൽ. 2 ടു ദ പവർ എനിത്തിങ് യു നോ, പക്ഷേ ഇ ടു ദ പവർ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്യൂ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് നോക്കൂ. ഇവർ പറയുന്നത് എന്താ? കൗണ്ടർ റേറ്റ് എത്രയായിരുന്നു ഇനീഷ്യലി എത്രയാണ്? 1000. 8 സെക്കൻഡിൽ എത്രയാണ്? അറ്റ് ടി ഈസ് ഈക്വൽ ടു 8. കൗണ്ടർ റേറ്റ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 100 ഈസ് ഈക്വൽ ടു 1600. ഈ ഇക്വേഷൻ ഐ ആം യൂസിങ്. ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ദിസ് ഇക്വേഷൻ. ഐ ആം യൂസിങ് ദിസ് ഇക്വേഷൻ. 2 ടു ദ പവർ ടി എത്രയാണ്? 8 ബൈ ടി. ഇനി ഇതിൽ നിന്ന് ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കുക. 0 പോയി, ദിസ് പോയി. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് ചോദിച്ചാൽ ഇതിനെ 1 by 2 to the power 4 എന്ന് എഴുതാം. 2 to the power 4. അപ്പോൾ 2 to the power minus 4, കാരണം 16 ഇങ്ങോട്ട് എടുത്തു. 1 by 2 to the power 4, ദാറ്റ് ഈസ് 2 to the power minus 4 ഈക്വൽ ടു 2 to the power minus 8 by t എന്ന് എഴുതി. അങ്ങനെയെങ്കിൽ മൈനസും പോയി. ടി എത്ര കിട്ടി? ടി ഈസ് ഈക്വൽ ടു 8 by 4, 2 എന്ന് കിട്ടി. ഹാഫ് ലൈഫ് പീരീഡ് 2 സെക്കൻഡാണ്. 2 സെക്കൻഡിൽ ഹാഫ് ആവും. അങ്ങനെയെങ്കിൽ ടി ഈസ് ഈക്വൽ ടു 6 ഇക്വേഷൻ എഴുതൂ. ടി ഈസ് ഈക്വൽ ടു 6 കൗണ്ടർ റേറ്റ് അല്ലേ വേണ്ടേ? ആർ ഈസ് ഈക്വൽ ടു R0 എത്രയാണ്? 1600. ഇ ടു ദ പവർ അല്ല, 2 ടു ദ പവർ ടി എത്ര കൊടുക്കണമെന്ന് ചോദിച്ചാൽ ടി എത്രയാ? 6 ഡിവൈഡഡ് ബൈ ടി എത്രയാ? ഹാഫ് ലൈഫ് പീരീഡ് 2. അപ്പോൾ 2 ടു ദ പവർ -3 എന്ന് വരും. 1 by 8 എന്ന് വരും. 8 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 200 കിട്ടും. 200. കൗണ്ടർ റേറ്റ് 200 ആയിരുന്നു. വെർ ഇസ് ദാറ്റ്? 200. ഹിയർ ഈസ് ദ കൗണ്ടർ റേറ്റ്. ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ആഫ്റ്റർ ദാറ്റ്, വിത്ത് ദാറ്റ് വി വിൽ ഫിനിഷ്. നോക്കൂ. The sample of radioactive material A that has an activity 10 millicurie. 10 എന്ന് പറഞ്ഞാൽ millicurie ആണ് കേട്ടോ. Has twice the number of nucleus as the another of different material B which has an activity 2m. The correct choice of half-life of A and B would be, okay. നിങ്ങൾക്കറിയാം activity can also be written as ലാംഡ എൻ എന്ന് എഴുതിക്കൂടെ? ലാംഡ എൻ വിച്ച് ഈസ് ഈക്വൽ ടു ln 2 ഡിവൈഡ് ബൈ ടി ഇൻറ്റു എൻ എന്ന് എഴുതാം. ഇനി സാമ്പിൾ ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എ ദാറ്റ് ഹാസ് ആൻ ആക്ടിവിറ്റി 10. അപ്പോൾ എയുടെ കാര്യമാണ് എഴുതുന്നത് കേട്ടോ. എയുടെ ആക്ടിവിറ്റി 10 ഈസ് ഈക്വൽ ടു ln 2 ഡിവൈഡഡ് ബൈ ഹാസ് ടോയ്സ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽ ആൻഡ് ഹാസ് ആൻ കറക്റ്റ് ചോയ്സോ. അതിൻ്റെ ടി എ എന്ന് എഴുതിക്കൂ. അതാണ് ചോദ്യം. ടി എ അതിൻ്റെ നമ്പർ എത്രയാണ്? അതിൻ്റെ നമ്പർ ബിയുടെ നമ്പറിൻ്റെ ടോയ്സ് ആണെന്നാണ് പറഞ്ഞത്. ബിയുടെ നമ്പർ n എന്ന് ഞാൻ എടുക്കും. അപ്പോൾ ഇത് 2n എന്ന് എഴുതണം. ഇതിന് ഡബിൾ നമ്പർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബിയുടെ കാര്യം എഴുതുകയാണെങ്കിൽ ബിയുടെ ആക്ടിവിറ്റി എത്രയാണ്? ആക്ടിവിറ്റി 2 millicurie. ഇത് എത്രയായിരുന്നു? 10 millicurie. ഇതോ ഹാസ് ആൻ ആക്ടിവിറ്റി 2 millicurie. 2 അല്ല കേട്ടോ, ഇത് 20 ആണ് കേട്ടോ. സോറി, 20 millicurie ആണ്. 20 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്ഷൻ ഉണ്ടായെന്ന് വരില്ല. 20 എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. 20 millicurie. 20 ഈസ് ഈക്വൽ ടു ln 2 ഡിവൈഡഡ് ബൈ
ഹാഫ് ലൈഫ് ഓഫ് ബി ഇൻറ്റു അതിൻ്റെ നമ്പർ എൻ. എയുടെ നമ്പർ ബിയുടെ നമ്പറിൻ്റെ ടോയ്സ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഞാൻ 2n എഴുതി. ഇനി ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തു കുട്ടികളെ. ഡിവൈഡ് ചെയ്യുമ്പോൾ വാട്ട് യു വിൽ ഗെറ്റ് 1/2. 1/2 ഈസ് ഈക്വൽ ടു ടി ബി മുകളിലോട്ട് പോകും 2 TB ഡിവൈഡ് ബൈ ടി എ. അപ്പോൾ ടി എ ബൈ ടി ബി എത്ര കിട്ടി? ഹാഫ് ലൈഫ് ഓഫ് എ ഡിവൈഡ് ബൈ ഹാഫ് ലൈഫ് ഓഫ് ബി. ടി എ ബൈ ടി ബി ഈസ് ഈക്വൽ ടു ടി എ ബൈ ടി ബി ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ റേഷ്യോ 4 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എയുടെ ആയിരിക്കണം കൂടുതൽ, എയുടെ കൂടുതൽ. അപ്പോൾ എയുടെ കൂടുതലും ആയിരിക്കണം, എയുടെ 1/4 ആയിരിക്കും. എയുടെ കൂടുതലായിരിക്കണം. എയുടെ കൂടുതൽ അല്ല, ഇത് എയുടെ കുറവാണ്. ഇത് എയുടെ കൂടുതലാണ്, പക്ഷേ ഇത് 1/4 അല്ല. അപ്പോൾ ഇത് എയുടെ 20, അതിൻ്റെ 1/4 ആണ് 5. ഹിയർ only possible answer is this. Okay, that's all about this. അപ്പം ശരിക്കും പഠിക്കുക. ഓക്കെ, എക്സാമിന് നന്നായിട്ട് എഴുതുക. See you. Thank you.
ഹലോ സ്റ്റുഡൻസ്, ഹലോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിൻ്റെ കുറച്ച് ചാപ്റ്റേഴ്സ് ഇപ്പോൾ ഓൾറെഡി ലൈവ് കണ്ടിട്ടുണ്ടാവും. സോ നമ്മളതിൻ്റെ ബാക്കി ഫസ്റ്റ് ഇയറിൽ ബാക്കി വരുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് കൂടെ ഉണ്ട്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ഓസിലേഷൻസ്, വേവ്സ്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ഇതിലേക്കൂടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഇത് മുഴുവനും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവും. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതാണ് നമ്മൾ ഈ ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു സെക്ഷൻ നിങ്ങൾക്ക് പഠിക്കാതെ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ലൈവിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു പോർഷൻ കൂടെ നിങ്ങൾ പഠിക്കണം എന്നുള്ളത്. അതുകൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈവ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അധികം സമയം കളയുന്നില്ല, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് ഓസിലേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, റേഷ്യോ ഓഫ് മാക്സിമം ആക്സിലറേഷൻ ടു മാക്സിമം വെലോസിറ്റി ഇൻ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ 10 എന്ന് തന്നിട്ടുണ്ട്. അറ്റ് t ഈക്വൽ ടു 0 ഡിസ്പ്ലേസ്മെൻറ്റ് 5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനിഷ്യൽ ഫേസ് π/4 എന്ന് തന്നിട്ടുണ്ട്. മാക്സിമം ആക്സിലറേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം ആക്സിലറേഷൻ്റെ ഫോർമുല, ഇപ്പോൾ എ മാക്സിൻ്റെ ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. എ മാക്സ് എന്ന് വെച്ചാൽ ഒമേഗ സ്ക്വയർ എ ആണ്. അതുപോലെ മാക്സിമം വെലോസിറ്റിയുടെ ഫോർമുല നമുക്കറിയാം, എ ഒമേഗയാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഒരു റേഷ്യോ ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെയും റേഷ്യോ തന്നിരിക്കുന്നത് 10 ആയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എയും എയും ക്യാൻസൽ ആവുമ്പോൾ 10ൻ്റെ വാല്യൂ ഒമേഗ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 10ൻ്റെ വാല്യൂ ഇവിടെ ഒമേഗ എന്ന് കിട്ടും. അതിനുശേഷം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 0 സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 5 ആണ് എന്നുള്ളത്. അപ്പോൾ 0 സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 5 ആണെന്ന് പറയുന്നുണ്ട്. ഇനിഷ്യൽ ഫേസ് π/4 ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതിയാൽ x is equal to a sin ഒമേഗ ടി പ്ലസ് 5. t ഈക്വൽ ടു 0 സെക്കൻഡ് കൊടുത്താൽ x is equal to a sin 5 എന്നാണ് അർത്ഥം. x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. സോ 5 is equal to ഡിസ്പ്ലേസ്മെൻറ്റ് 5 ആണെന്ന് പറയുന്നുണ്ട്. a sin 5, sin 5 π/4 എന്ന് തന്നിട്ടുണ്ട്. sin 45 ആണ്. അതിൻ്റെ വാല്യൂ നമുക്ക് വരുന്നത് 1/√2 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, സോ 1/√2 ആണ് നമുക്ക് ആൻസർ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5√2 എന്ന് കിട്ടും. മാക്സിമം ആക്സിലറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ മാക്സിമം ആക്സിലറേഷൻ്റെ ഫോർമുല ഒമേഗ സ്ക്വയർ എ ആണ്. അപ്പോൾ ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 ആണ്. ആംപ്ലിറ്റ്യൂഡ് 5√2 ആണ്. സോ ആൻസർ 500√2 എന്നാണ് ആൻസർ വരിക. 500√2 ആണ്. ഓപ്ഷൻ 2 ആണ് വരിക. നിങ്ങൾക്ക് തനിയെ ചെയ്തപ്പോൾ കിട്ടിയായിരുന്നല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓസിലേഷനിൽ കംപ്ലീറ്റ് ചെയ്തു. ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യനും ഞാൻ ഓസിലേഷനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഒരു പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പാർട്ടിക്കിൾ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഇക്വേഷൻ തന്നിട്ടുണ്ട്. 10 sin 2t മൈനസ് π/6 എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് 6 സെൻറ്റിമീറ്റർ ആകും, 6 മീറ്റർ ആകുമ്പോൾ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഈ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ട് വെലോസിറ്റി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ ഓർക്കേണ്ട നമുക്കൊരു ഫോർമുലയുണ്ട്, ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. കാരണം നമ്മുടെ കയ്യിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, വെലോസിറ്റി വേണം. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ ഈ ഫോർമുല ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ ഈ ഫോർമുലയിൽ കൂടെ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും.
അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് 10 ആണെന്ന് നമുക്കറിയാം, എക്സ് 6 ആണെന്നും അറിയാം. അപ്പോൾ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് 100 മൈനസ് 36 ആണ്. അപ്പോൾ അത് ഒമേഗ ഇൻറ്റു 8 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 8 ഒമേഗ എന്നാണ് നമുക്ക് വെലോസിറ്റി വരിക. ഇനി നമുക്ക് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഇക്വേഷനിൽ ഈസി ആയിട്ട് നമുക്ക് ഒമേഗ അറിയാമല്ലോ. ഈ ഇക്വേഷനിൽ നമുക്ക് ഈസി ആയിട്ട് ഒമേഗ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. എത്രയാണ് ഒമേഗ? ഒമേഗ ഇതിൽ എത്രയായിരിക്കും? ഈ ഇക്വേഷൻ നോക്കുമ്പോൾ വാട്ട് ഈസ് ഒമേഗ? എത്രയാണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒമേഗ എത്രയാണ്? sin ഒമേഗ ടി. സോ ഒമേഗയുടെ വാല്യൂ നമുക്ക് 2 എടുക്കാം. സോ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 16 എന്ന് കിട്ടും. ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആൻസർ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. ഓപ്ഷൻ 3 ഓക്കെ ആണല്ലോ. ഒമേഗ 2 ആണ്. ഒമേഗ 2 ആണ്. അങ്ങനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, കുറച്ച് ഫോർമുലാസൊക്കെ നമുക്ക് ഈ ലൈവ് കേട്ടാൽ റിവൈസ്ഡ് ആയി പോകും എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് ആണ്. നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രോപ്പർ തിയറിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുമോ എന്ന് നോക്കിയേ എല്ലാവരും. തേർഡ് ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് നോക്കിക്കേ. അതെ, വെലോസിറ്റിയും ആക്സിലറേഷനും, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ആക്സിലറേഷൻ നമ്മളെ ഫേസ് ഡിഫറൻസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ എക്സ് നമ്മൾ എ സൈൻ ഒമേഗ ടി കൊടുത്താൽ വെലോസിറ്റി നമുക്ക് കിട്ടുന്നത് എ ഒമേഗ കോസ് ഒമേഗ ടി എന്നായിരിക്കും. ആക്സിലറേഷൻ നമുക്ക് കിട്ടുന്നത് മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി എന്നായിരിക്കും. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വെലോസിറ്റിയും ആക്സിലറേഷനും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്? അതെ, ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. കോസ് ഫംഗ്ഷൻ ആണ്, ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ സൈൻ ഫംഗ്ഷനിലേക്ക് വരുന്നു. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. സോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഈസ് 90. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വാട്ട് ഇസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ആക്സിലറേഷൻ? അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ എത്രയായിരിക്കും ആൻസർ വരിക? ഒന്ന് പറഞ്ഞു എല്ലാവരും. വാട്ട് ഇസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ആക്സിലറേഷൻ? അതേതായിരിക്കും ആൻസർ വരിക? ഡിസ്പ്ലേസ്മെന്റും ആക്സിലറേഷനും ആണ് വരുന്നതെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരിക? യെസ്, വെരി ഗുഡ്. 180 ആണ്. ശരിയാണ്, 180 ആണ്. പൈ ആണ് ആൻസർ. ഡിസ്പ്ലേസ്മെന്റും ആക്സിലറേഷൻ, ഇത് സൈനും ഇത് മൈനസ് സൈനുമാണ്. ഇത് സൈനും ഇത് മൈനസ് സൈനുമാണ്. ഓക്കെ. സോ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4 നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4ഉം ഞാൻ ഓസിലേഷനിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. ഒരു പാർട്ടിക്കിളിൻ്റെ മാസ് 1 കിലോഗ്രാം, ഇറ്റ്സ് മൂവിങ് വിത്ത് ഇൻ SHM, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 0.02, അതിൻ്റെ ഫ്രീക്വൻസി 60 ഹെർട്സ്, മാക്സിമം ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ ആണ് വേണ്ടത്. ഫോഴ്സ് വേണമെങ്കിൽ ആക്സിലറേഷൻ വേണം. ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ എ ആണ്. ഒമേഗയെ നമുക്ക് 4 പൈ സ്ക്വയർ എഫ് സ്ക്വയർ എ എന്ന് കൊടുക്കാം. ഫ്രീക്വൻസി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി 60 ആണ്. ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 3600 എന്ന് കിട്ടും. പിന്നെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് 0.02 ആണ്.
അല്ലെങ്കിൽ 2 ഇൻറ്റു 10⁻⁻² എന്ന് വരും. അപ്പോൾ 288 π² എന്ന് നമുക്ക് ആക്സിലറേഷൻ കിട്ടും. 288 π² എന്ന ആക്സിലറേഷൻ കിട്ടും. മാക്സിമം ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണല്ലോ ഫോഴ്സ്. അപ്പോൾ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് വരുന്നത് ഇൻറ്റു 1. സോ ആൻസർ ഓപ്ഷൻ 3 ആണ് വരിക. ഓപ്ഷൻ 3 ആണ് വരുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ പാർട്ടിൻ്റെ ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. സോ വി ഹാവ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് y ആസ് വെൽ ആസ് t. സോ y വേഴ്സസ് t ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ദ കറക്റ്റ് ഇക്വേഷൻ ഡിസ്ക്രൈബിങ് ദ മോഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കുക. ഇക്വേഷൻ SHM ആണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇത് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ 2 ആണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് 2 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 2 ആണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞ്. ഈ ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് ചെയ്യാതെ ഈ ക്വസ്റ്റ്യൻ്റെ ബേസിക് ഐഡിയ ഉപയോഗിച്ച് ഗ്രാഫിൻ്റെ ബേസിക് പൊസിഷൻസ് മനസ്സിലാക്കി ഏത് ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ഏത് ആൻസർ അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. 2 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ആംപ്ലിറ്റ്യൂഡ് ഇതിൻ്റെ 2 ആണ്. അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് 4 തന്നിട്ടുണ്ട്, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് 4 തന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മൈനസ് കോസിൽ നിന്നാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മൈനസ് കോസിൽ നിന്നാണ്. അപ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ y is equal to -2 cos ωt എന്ന് വരും. -2 cos ωt എന്ന് വരും. അപ്പോൾ അതിനെ നമുക്ക് -2 sin ωt -π/2 എന്ന് എഴുതാൻ പറ്റും. മൈനസ് കോസ് തീറ്റ. സോ -2 sin ωt -π/2. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ ആയല്ലോ ഓൾറെഡി. -2 sin ωt -π/2. ഓക്കെ ഓക്കെ. സോ -2 cos ωt, അപ്പോൾ 2 sin ωt -π/2. -2നെ 2 sin ωt -π/2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 2 വന്നിട്ടുണ്ട്, sin ωt -π/2 എന്നൊരു ഓപ്ഷൻ 2ൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒമേഗ എന്ന് പറയുന്ന വാല്യൂ കൂടെ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ ഈസി ആയിട്ട് നമുക്ക് ആ ഒമേഗ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അതിന് ആൻസർ നമുക്കിവിടെ കിട്ടും. അത് ഈസി ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെറുതെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, ഇവിടെ ഓൾറെഡി നമുക്ക് മനസ്സിലാവും. അപ്പോൾ വെറുതെ നമ്മൾ ഒമേഗയുടെ വാല്യൂ 10/3 ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. നമ്മൾ അങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് സമയത്തിനുള്ളിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ഓപ്ഷനിലും 10/3 തന്നെയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഒമേഗയെ പറ്റി ഇവിടെ ആലോചിക്കേണ്ട കാര്യമില്ല. ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 4ഉം ഞാൻ എലിമിനേറ്റ് ചെയ്തു. ഓപ്ഷൻ 2ലും ഓപ്ഷൻ 3ലും 10/3 കിടക്കുന്ന സ്ഥിതിക്ക് അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് വരിക. ഓപ്ഷൻ 2. നമുക്കിനി ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. If A is the amplitude of SHM, then kinetic energy is equal to potential energy at dash distance from mean position എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് എൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞ്. ഇതൊക്കെ നമ്മൾ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നവർക്ക് ഇതിൻ്റെ ആൻസറൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റേണ്ടതാണ്. കാര്യം നമ്മൾ ചാപ്റ്റർ നല്ലപോലെ പഠിച്ചു കഴിയുമ്പോൾ നമുക്കിതൊക്കെ റെഡിമെയ്ഡായിട്ട് നമ്മൾ ഫോർമുലാസ് ഒക്കെ പഠിക്കുന്നതും ഷോർട്ട് നോട്ട്സും ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്.
പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും പറയാൻ പറ്റേണ്ടതാണ്. എന്താണ് ആൻസർ വരിക? പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഈക്വൽ ആവുന്ന പൊസിഷനാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതിയാൽ അത് ½ k ആണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എഴുതിയാൽ അത് ½ k × a² - x² ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ ആൻസർ നമുക്ക് വരും. അപ്പോൾ നമ്മളിത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x² = a² - x² എന്ന് എഴുതാം. അപ്പോൾ 2x² = a² എന്ന് എഴുതാം. അപ്പോൾ x² = a²/2 എന്ന് എഴുതാം. അപ്പോൾ x = ± a/√2 എന്ന് എഴുതാം. അപ്പോൾ ± a/√2 എന്ന പൊസിഷനിൽ നമുക്ക് ഉറപ്പായിട്ടും പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയുടെ സെയിം ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 1 ആണ് ആൻസർ. എല്ലാവരും കിട്ടിയോ? ഓപ്ഷൻ 1 ആണെന്നുള്ളത് മനസ്സിലായോ? ഓക്കെ ആണോ? യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7 നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7 ഞാൻ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്നുള്ള സെക്ഷനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7, ഒരു ഐഡിയൽ ഡയാറ്റോമിക് ഗ്യാസ് ഈസ് ഹീറ്റഡ് അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്നുണ്ട്. ഫ്രാക്ഷൻ ഓഫ് ഹീറ്റ് എനർജി സപ്ലൈഡ് വിച്ച് ഇൻക്രീസസ് ഇന്റേണൽ എനർജി ഓഫ് ദ ഗ്യാസ്. അപ്പോൾ ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് ചെയ്തു എന്ന് പറയുന്നു. സോ നമുക്കറിയാം കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് ചെയ്താൽ എൻ്റെ ഇക്വേഷൻ NCP∆T ആണ്. കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് ചെയ്താൽ ഫ്രാക്ഷൻ ഓഫ് ഹീറ്റ് എനർജി സപ്ലൈഡ് വിച്ച് ഇൻക്രീസ് ഇന്റേണൽ എനർജിയാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു എമൗണ്ട് ഓഫ് ഹീറ്റിൽ നിന്നാണ് ഇന്റേണൽ എനർജിയുടെ ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്റേണൽ എനർജിയുടെ ചേഞ്ചിൻ്റെ ഇക്വേഷൻ NCV∆T ആണ്. അതിൻ്റെ ഫ്രാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ΔU/Q ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് NCV∆T/NCP∆T. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് വരുന്നത് CV/CP എന്നാണ്. അത് 1/γയാണ്. CP/CV ഗാമയാണ്. ഇത് 1/γയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഡയാറ്റോമിക് ഗ്യാസ് ആകുമ്പോൾ ഗാമയുടെ വാല്യൂ എന്ന് പറയുന്നത് 7/5 ആണ്. അപ്പോൾ 1/γ ആകുമ്പോൾ അതിൻ്റെ ആൻസർ നമുക്കറിയാം 5/7 ആണ് വരിക. അപ്പോൾ ഓപ്ഷൻ 4 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓപ്ഷൻ 4 ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കോളുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8-നകത്ത് 1 mole of monatomic gas gamma 5/3 is mixed with 1 mole of diatomic gas gamma 7/5. ഗാമ ഫോർ ദ മിക്സ്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ആൻസർ ഒന്ന് ട്രൈ ചെയ്തേ. ഇതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു ഇതിൻ്റെ ആൻസർ. എന്നിട്ട് നിങ്ങൾ ഇത് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ആരെങ്കിലും ഒന്ന് എനിക്കൊന്ന് ചാറ്റ് ബോക്സിൽ പറയണം. എന്ത് സ്റ്റെപ്പാണ് ഉപയോഗിച്ചത് നിങ്ങളിവിടെ?
Gamma is mixed with 1 mole of monatomic gas, 1 mole of diatomic gas. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഗാമ ഓഫ് മിക്സ്ചർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചത്? സി പി ഓഫ് മിക്സ്ചർ ബൈ സി വി ഓഫ് മിക്സ്ചർ എന്ന ഫോർമുല ഉപയോഗിച്ചാണോ ഇത് കണ്ടുപിടിച്ചത്? അതെ, നമുക്ക് രണ്ട് രീതിയിൽ ഇത് കണ്ടുപിടിക്കാം. ഒന്ന് സി പി ഓഫ് മിക്സ്ചർ ബൈ സി വി ഓഫ് മിക്സ്ചർ ഉപയോഗിച്ച് നമുക്കിത് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും സി പിയുടെയും സി വിയുടെയും വാല്യൂ എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. കുറച്ച് സമയം എടുക്കും. അതിനേക്കാളും നല്ലത് നമുക്ക് വേറൊരു ഫോർമുല ഇവിടെ ഉണ്ട്. N1 by gamma 1 minus 1 plus N2 by gamma 2 minus 1 equal to N1 plus N2 by gamma minus 1. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. ഇത് രണ്ടും 1 മോൾ എന്ന് പറയുന്നുണ്ട്. 1 by, അപ്പോൾ 1 മോൾ എന്ന് പറയുന്നതുകൊണ്ട് 1 by മൊണാറ്റോമിക് ഗ്യാസിൻ്റെ ഗാമ 5/3 മൈനസ് 1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2/3. മറ്റേത് 1. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 7/5 മൈനസ് 1 2/5. ദിസ് ഈസ് ഈക്വൽ ടു 2 divided by gamma minus 1. So 3/2 plus 5/2 equal to 2 divided by gamma minus 1. So 4 is equal to 2 divided by gamma minus 1. 2 divided by 4 is equal to 2 divided by gamma minus 1. So number of moles N1 ന്റെ വാല്യൂ 1 കൊടുക്കുക. ഗാമയുടെ വാല്യൂ 5/3 ആണ്. 5/3 മൈനസ് 1 നമുക്ക് 2/3 എന്ന് എഴുതാം. 2/3 നമ്മൾ 3/2 എന്ന് എഴുതി. N2 ബൈ ഗാമ 2 മൈനസ് 1 ആണ്. N2ൻ്റെ വാല്യൂ നമ്മൾ 1 എന്ന് എഴുതി. നമ്പർ ഓഫ് മോൾസ് 1 ആണ്. ഗാമയുടെ വാല്യൂ 7/5 ആണ്. 7/5 മൈനസ് 1 നമുക്ക് 7/5 മൈനസ് 1 നമുക്ക് കിട്ടുന്നത് 2/5 എന്നാണ്. അതിനെ 5/2 എന്ന് എഴുതി. അപ്പോൾ 3/2 പ്ലസ് 5/2 നമുക്ക് 8/2 ആണ്. 8/2ൻ്റെ വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടി. അപ്പോൾ 4 ഗാമ മൈനസ് 4 ഇസ് ഈക്വൽ ടു നമുക്ക് 2 എന്ന് കിട്ടും. 4 ഗാമ ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പോൾ ഗാമ ഈക്വൽ ടു 6/4 എന്ന് വരും. അപ്പോൾ നമ്മുടെ ആൻസർ 3/2 എന്നാണ് വരിക. മനസ്സിലായോ? എല്ലാവരും ക്ലിയർ ആണോ? ചില ആൾക്കാർക്ക് ചെയ്തപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട്. യെസ്, ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? സോ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 ഈസി ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 9 ഒന്ന് എല്ലാവരും പെട്ടെന്ന് നോക്കി. പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും ആൻസർ വരിക? ക്വസ്റ്റ്യൻ നമ്പർ 9.
ക്വസ്റ്റ്യൻ നമ്പർ 9 നമുക്ക് ജനറൽ ഫോർമുല അപ്ലൈ ചെയ്താൽ മതിയല്ലോ. പി വി ഈക്വൽ ടു എൻ ആർ ടി എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. നമ്പർ ഓഫ് മോൾസ് മാസ് ഇൻ ഗ്രാം ബൈ മോളാർ മാസ് ആണ്. മാസ് ഇൻ ഗ്രാം ബൈ മോളാർ മാസ് ആണ്. അപ്പോൾ ഓക്സിജൻ്റെ മോളാർ മാസ് നമ്മൾ എത്രയാണ് എടുക്കുക? ഓക്സിജൻ്റെ മോളാർ മാസ് നിങ്ങൾ 16 ആണോ 32 ആണോ എടുക്കുക? ഏതാ എടുക്കുക? ചിലർ 1 എന്നൊക്കെ ആൻസർ പറയുന്നുണ്ട്. 1 ആണോ ആൻസർ? 1 ആണോ ആൻസർ വരിക? മാസ് ഇൻ ഗ്രാം ബൈ മോളാർ മാസ് അല്ലേ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ 5 ഗ്രാം ഓക്സിജൻ, മോളാർ മാസ് ഇവിടെ 32 ആണ്. സോ 5 RT ബൈ 32 ആണ് നമ്മുടെ ആൻസർ. 5 RT ബൈ 32 ആണ് നമ്മുടെ ആൻസർ. സോ 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ 5 RT ബൈ 32. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10 നിങ്ങൾ നോക്കിയാൽ ഗ്യാസിൻ്റെ ഒരു ഇനിഷ്യൽ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 27 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ 30 അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. is allowed to expand to the atmospheric pressure. If the volume becomes 10 times its initial volume, what is the final temperature ആണ് ചോദിച്ചിരിക്കുന്നത്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് P1 V1 by T1 is equal to P2 V2 by T2 നമുക്ക് ഉപയോഗിക്കാം. 27 ഡിഗ്രി സെൽഷ്യസും അറ്റ്മോസ്ഫിയറിക് പ്രഷർ 30 സോ 30 ഇൻറ്റു ഇനിഷ്യൽ വോളിയം വി എന്ന് വിളിച്ചു. ഇനിഷ്യൽ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് 300 കെൽവിൻ എന്ന് കൊടുക്കാം. 30 atmospheric pressure is allowed to expand to the atmospheric pressure എന്ന് പറയുന്നുണ്ട്. To the atmospheric pressure എന്നാണ് പറയുന്നത്. ആദ്യം 30 atmospheric pressure ആയിരുന്നു. ഇപ്പോഴത്തെ atmospheric pressure എന്ന് പറയുന്നത് to the normal atmospheric pressure 1 കൊടുക്കണം. വോളിയം 10 ടൈംസ് കൂടി എന്ന് പറയുന്നുണ്ട്. സോ 10 V ആണ്. പുതിയ ടെമ്പറേച്ചറിന് T2 എന്ന് വിളിച്ചു. സോ വി നമുക്ക് ക്യാൻസൽ ആവും. ഇത് നമ്മുടെ ക്യാൻസലായി. അപ്പം T2 എന്ന് വെച്ചാൽ നമുക്ക് 100 കെൽവിൻ എന്നാണ് ആൻസർ. T2യുടെ വാല്യൂ നമുക്ക് ഇടുന്നത് 100 കെൽവിൻ ആണ്. നമുക്കറിയാം T+273 എന്ന് പറയുന്ന സാധനമാണ് 100. അപ്പോൾ T എന്ന് പറയുന്നത് 100 - 273 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 173 ഡിഗ്രി സെൽഷ്യസ് ആണ്. 173 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? സോഫാർ നമ്മളിപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ആണല്ലോ അല്ലേ? ഞാൻ നിങ്ങൾക്കൂടെ ചെയ്യാനൊരു സമയം കാണുന്നത് കൊണ്ടാണ് ഞാൻ ഒരുപാട് സ്പീഡിൽ ഇത് ചെയ്തു പോവാത്തത്. പെട്ടെന്നൊരു അറ്റംപ്റ്റ് നിങ്ങൾക്കൂടെ ചെയ്ത് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങൾ കൂടെ ഒന്ന് ആലോചിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പെട്ടെന്ന് ചെയ്ത് പോവാത്തത് കേട്ടോ. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മുടെ ആൻസർ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ഇത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ കണ്ടീഷനാണ്. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കാം. 11 ഒരു ബേസിക് തിയറി ക്വസ്റ്റ്യൻ ഞാൻ എടുത്തതേ ഉള്ളൂ. ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ഈസ് ഓൺലി ഓൺ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് മീൻ. ഏതായിരിക്കും ആൻസർ വരിക? എന്തായിരിക്കും ആൻസർ ഇവിടെ? Temperature of the body is only on manifestation of the mean.
ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആക്ച്വലി കൈനറ്റിക് എനർജിയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്താണ് ആക്ച്വലി ഇവിടെ ആൻസർ വരിക? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആണോ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ആണോ നമ്മൾ എടുക്കുക? ആവറേജ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ആണോ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആണോ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്? Temperature of the body is only on the manifestation of. Temperature of the body is only on the manifestation of. എന്തായിരിക്കും? ഏതാണ് എക്സാക്ട് ആൻസർ വരിക? പറയൂ. യെസ്, ഓപ്ഷൻ 1 പറയുന്നുണ്ട്, ഓപ്ഷൻ 4 പറയുന്നുണ്ട്. എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ 4 ആണ് വരിക കേട്ടോ. ഓപ്ഷൻ 4 ആണ്. Temperature of the body is only on the manifestation of mean translational kinetic energy. നമ്മൾ 3/2 kT എന്ന് നമ്മൾ ഇക്വേഷൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ ആവറേജ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയാണ് നമ്മൾ എടുക്കുക. സോ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻ ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾ ഓഫ് ദ ബോഡി. ഓപ്ഷൻ 1 അല്ല, ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, മറന്നു പോകരുത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12. മീൻ ഫ്രീ പാത്ത് ഓഫ് മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്നാണ്. നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസ് റാൻഡം മോഷനിലാണ്. അവർ കൊളൈഡ് ചെയ്യുമ്പോൾ രണ്ട് സക്സസീവ് കൊളീഷൻസിനിടയ്ക്ക് അവരൊരു സർട്ടൺ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. ആ ഡിസ്റ്റൻസിൻ്റെ പേരാണ് മീൻ ഫ്രീ പാത്ത്. ആ സക്സസീവ് കൊളീഷൻസ് ഇടയ്ക്കുള്ള സമയത്തിൻ്റെ പേരാണ് റിലാക്സേഷൻ ടൈം. അതിൻ്റെ റെസിപ്രോക്കലാണ് കൊളീഷൻ ഫ്രീക്വൻസി. അപ്പോൾ 3 ടേമുകൾ നമ്മൾ കൈനറ്റിക് തിയറിയിൽ പഠിക്കുന്നതാണ്. സക്സസീവ് കൊളീഷൻ്റെ ഇടയ്ക്കുള്ള സമയത്തിൻ്റെ പേര് റിലാക്സേഷൻ ടൈം, അതിൻ്റെ റെസിപ്രോക്കൽ കൊളീഷൻ ഫ്രീക്വൻസി. അതിനിടയിൽ ഇവർ കവർ ചെയ്തൊരു ഡിസ്റ്റൻസ് ഉണ്ട്, അതിൻ്റെ പേര് മീൻ ഫ്രീ പാത്ത് എന്നാണ്. സോ മീൻ ഫ്രീ പാത്തിൻ്റെ ഫോർമുല നമ്മൾ പഠിക്കുന്നതാണ്. ലാംഡ ഇസ് ഈക്വൽ ടു ലാംഡ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ലാംഡ ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ √2 പൈ ഡി സ്ക്വയർ എൻ. ലാംഡ ഇസ് ഈക്വൽ ടു 1 ബൈ √2 പൈ ഡി സ്ക്വയർ എൻ. എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഡെൻസിറ്റിയാണ്. അത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയമാണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. നമ്മൾ പഠിച്ചിട്ടുണ്ട് പി വി ഈക്വൽ ടു എൻ കെ ടി. നമ്മൾ വേറെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി വി ഈക്വൽ ടു എൻ ആർ ടി, ദാറ്റ് ഈസ് എൻ ഈസ് നമ്പർ ഓഫ് മോൾസ്. ഇവിടെ എന്നിന് പകരം ക്യാപിറ്റൽ എൻ, ആറിന് പകരം കെ. സോ പി വി ഈക്വൽ ടു എൻ കെ ടി. So N by V can be written as P by KT. T നമുക്ക് absolute temperature കൊടുക്കണം. So N by V ക്ക് പകരം P by KT. So lambda equal to 1 by √2 pi d square into KT by P എന്ന് കൊടുക്കാം. KT by P. So നിങ്ങളപ്പോൾ പറയാം ലാംഡയും ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ ലാംഡ പ്രൊപ്പോർഷണൽ ടു 1 ബൈ ഡി സ്ക്വയർ ആണ്. ലാംഡ പ്രൊപ്പോർഷണൽ ടു 1 ബൈ ഡി സ്ക്വയർ ആണ്. അപ്പോൾ ലാംഡ പ്രൊപ്പോർഷണൽ ടു 1 ബൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ വരിക.
ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ വരിക. ഞാൻ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നതാണ്. ലാംഡ ഈക്വൽ ടു 1/√2πd² എന്നിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു ഇക്വേഷൻ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ ഈ പാർട്ട്? ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, ആൻസേഴ്സൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഗുഡ്. നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 13 നമുക്ക് നോക്കാം. ഒരു ബലൂണിൻ്റെ ഇനിഷ്യൽ വോളിയം തന്നിട്ടുണ്ട് 1500 മീറ്റർ ക്യൂബ് ഓഫ് ഹീലിയം, ടെമ്പറേച്ചർ 27, പ്രഷർ 4, വോളിയം ഓഫ് ദ ഹീലിയം അറ്റ് -3 ഡിഗ്രി സെൽഷ്യസ്, ടെമ്പറേച്ചർ ആൻഡ് 2 അറ്റ്മോസ്ഫറിക് പ്രഷറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു ബേസിക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ റിലേറ്റ് ചെയ്തിട്ടാണ് വരിക. സോ ഇവിടെയും നമ്മുടെ ഇക്വേഷൻ വരുന്നത് P1 V1/T1 is equal to P2 V2/T2. P1 V1/T1 is equal to P2 V2/T2. അപ്പോൾ നിങ്ങളിവിടെ പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട് 4 അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. അപ്പോൾ അത് 4 കൊടുക്കുക. വോളിയം നമുക്ക് തന്നിട്ടുള്ളത് 500 ആണ്. ടെമ്പറേച്ചർ 27 ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ 300 ആണ്. പ്രഷർ P2 ആണ്. P2ൻ്റെ വാല്യൂ 2 ആണ്. വോളിയം വീണ്ടും നമുക്ക് വോളിയം നോക്കണം. വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് V എന്ന് വിളിച്ചു. പിന്നെ ടെമ്പറേച്ചർ T2 നോക്കണം. T2 എടുക്കുന്ന -3 ഡിഗ്രി സെൽഷ്യസ് ആണ്. -3 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ നമ്മളതിനെ 270 ആയിട്ട് എടുക്കണം. അപ്പോൾ എല്ലാവരും ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഇതിൻ്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കട്ടെ. ഇതിൻ്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് എല്ലാവരും. എത്രയായിരിക്കും ഇതിൻ്റെ ആൻസർ? ഏതാണ് ഓപ്ഷൻ? അതെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതെ കറക്റ്റാണ്. ഓപ്ഷൻ 4 ആണ്. 2700 ആണ് ഇതിൻ്റെ ആൻസർ വരിക. നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. V is equal to 4 into 1500 into 270 by 600 ആണ്. by 600. സോ ഇത് രണ്ടും ക്യാൻസലായി പോവും. 50 into 460 അത് 10 വരും. പിന്നെ ഫൈനൽ ആൻസർ നമുക്ക് 2700 എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ. സോ ക്വസ്റ്റ്യൻ നമ്പർ 14ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 14 പ്രഷർ വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. പ്രഷർ വോളിയം ഗ്രാഫിൽ 2 ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉള്ളതെന്നൊന്ന് കണ്ടുപിടിച്ച് ഗ്രാഫിക്കലി അനലൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരിക എന്നൊന്ന് നോക്കൂ എല്ലാവരും. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടെമ്പറേച്ചറാണ് അനലൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ വരച്ച് കട്ട് ചെയ്തിട്ടു.
അപ്പോൾ ഈ ലൈനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ലൈനിൽ ഈ ലൈൻ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈനിൽ ഒരേ വോളിയമാണ്. ഈ ലൈനിൽ എവിടെ എടുത്താലും എൻ്റെ വോളിയം നിങ്ങൾക്ക് മാറുന്നില്ല. ഇവിടുത്തെ പ്രഷറിനെ ഞാൻ P1 എന്ന് വിളിച്ചു, ഇവിടുത്തെ പ്രഷറിനെ ഞാൻ P2 എന്ന് വിളിച്ചു. അപ്പോൾ നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എടുത്താൽ PV = nRT ആണ്. ഇവിടെ ഞാൻ വോളിയമാണ് കോൺസ്റ്റൻ്റ് ആക്കിയത്. അപ്പോൾ P = nR/V × T ആണ്. ഇവിടെ എന്താണ് കോൺസ്റ്റന്റ്? വോളിയമാണ് കോൺസ്റ്റന്റ്. അപ്പോൾ P is directly proportional to T ആണ്. P is directly proportional to T. അങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ P1-നേക്കാൾ വലുതാണ് P2. P1-നേക്കാൾ വലുതാണ് P2. അപ്പോൾ T1-നേക്കാൾ വലുതാണ് T2. അപ്പോൾ T2 ഗ്രേറ്റർ ദാൻ T1 എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 3 ആണ് ആൻസർ. ഓപ്ഷൻ 3 ആണ് ആൻസർ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 15. ക്വസ്റ്റ്യൻ നമ്പർ 15. ഹീലിയം ഗ്യാസ് ഫിൽഡ് ഇൻ എ ക്ലോസ്ഡ് വെസൽ ആണ്. നെഗ്ലിജിബിൾ തെർമൽ എക്സ്പാൻഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗ്യാസ് ഒരു വെസലിനുള്ളിലുണ്ട്. വെസൽ എക്സ്പാൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. നമ്മളിതിനെ ചൂടാക്കി 300 തൊട്ട് 600 കെൽവിൻ വരെ നമ്മൾ ചൂടാക്കി. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഹീലിയം ആണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഹീലിയം. അപ്പോൾ നമുക്ക് ഇത് വളരെ നിസ്സാരമായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. കാര്യം ആവറേജ് കൈനറ്റിക് എനർജി എപ്പോഴും ടെമ്പറേച്ചറിന് പ്രപ്പോർഷണലാണ്. ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് പ്രപ്പോർഷണലാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഡബിൾ ചെയ്താൽ ഇവിടെ കൈനറ്റിക് എനർജിയും ഡബിൾ ആകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ടെമ്പറേച്ചർ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൈനറ്റിക് എനർജിയും ഡബിൾ ആകും. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 2 ആണ് ആൻസർ. ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 16 നമുക്ക് നോക്കാം. ഒരു ഐഡിയൽ ഗ്യാസിന്റെ ടെമ്പറേച്ചർ 120 കെൽവിനിൽ നിന്ന് 180 കെൽവിനിലേക്ക് ഇൻക്രീസ് ചെയ്തു. റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈസ് V at 480 കെൽവിൻ. ഇറ്റ് ബിക്കംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് RMS സ്പീഡ് ഫോർമുല നമുക്കറിയണം. RMS സ്പീഡിൻ്റെ ഫോർമുല റൂട്ട് ഓഫ് 3RT by molar mass. അപ്പോൾ V1 by V2 equal to root of T1 by T2. V1 by V2 is equal to root of T1 by T2. So T1 120 ആണ്, T2 480 ആണ്. ഇതിൻ്റെ ആൻസർ നമുക്ക് 1/2 എന്ന് വരും. അപ്പോൾ ഡബിൾ ആകും എന്നാണ് അർത്ഥം. 2V ഡബിൾ ആകും എന്നാണ് അർത്ഥം. ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ 2. ഇതാണ് എല്ലാ സ്പീഡും RMS സ്പീഡ് റൂട്ട് ഓഫ് 3RT by M ആണ്.
ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 17. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 17 ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കാം. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 17 ആൻസർ. At room temperature, diatomic gas is found to have an RMS speed of 1930 എന്നാണ് പറയുന്നത്. 1930. അപ്പോൾ നിങ്ങൾ RMS സ്പീഡിൻ്റെ ഫോർമുല √3 RT by molecular mass. അപ്പോൾ V square is equal to 3 RT by molar mass. അപ്പോൾ നമുക്ക് M വേണം. M is equal to 3 RT by V square. So 3 into Rന്റെ വാല്യൂ 8.314 into ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൊണ്ട് എല്ലാവരും പറഞ്ഞു റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏതാ ടെമ്പറേച്ചർ എടുക്കേണ്ടത്? എത്ര കെൽവിനിൽ നമ്മൾ എത്ര എടുക്കും? റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ കെൽവിനിൽ നമ്മൾ എത്ര എടുക്കും? നിയർലി 300 എടുക്കാം. നിയർലി 300 എടുക്കാം, കുഴപ്പമില്ല. സോ നമ്മൾ ഇതിന് 300 കൊടുത്തു. ഡിവൈഡ് ബൈ വെലോസിറ്റിയുടെ സ്ക്വയർ ആണ്. വെലോസിറ്റി സ്ക്വയർ ചെയ്യുമ്പോൾ 1930 ഇൻറ്റു 1930 ആണ്. So 900 into 8.314 divided by 1930 into 1930. 1930. So ഇത് നമുക്ക് കട്ടായി പോവും, ഇതും നമുക്ക് കട്ടായി പോവും. So 8.314 divided by 193 into 193 കിലോഗ്രാം ആണ് നമുക്ക് കിട്ടുക. കിലോഗ്രാം ആണ് കിട്ടുന്നത്. സോ ഗ്രാമിലേക്ക് മാറ്റിയാൽ 8314 ഡിവൈഡഡ് ബൈ 193 ഇൻറ്റു 193 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പം എല്ലാവരും പറഞ്ഞു ഏതാണ് ആൻസർ വരിക? ഏതാണ് ആൻസർ വരിക? പറയൂ. ഏതാണ് ആൻസർ വരിക? കിലോഗ്രാം. നമ്മൾ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റണം. ഇവിടെ ഒരു 9 ഉണ്ട്.
യെസ്. അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഏതാണ് ആൻസർ വരുന്നത്? അപ്രോക്സിമേറ്റ്ലി നമുക്ക് ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ ഒരു വെറുതെ അപ്രോക്സിമേറ്റ്ലി 8000 എന്നൊക്കെ കൊടുത്തിട്ട് ഇൻറ്റു 9 എന്ന് കൊടുത്തു. ഇതിന് 200 ഇൻറ്റു 200 എന്നൊക്കെ വെറുതെ കൊടുക്കുകയാണ് ഞാൻ. ഇപ്പോൾ മൊത്തം ഇവിടെ 3 0 ഇവിടെ 3 0 പോവും. അപ്പോൾ നമുക്ക് 72 ഡിവൈഡ് ബൈ 40 എന്ന് നമുക്ക് വരും. അപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്ത് 72/40 എന്ന് തോന്നുന്നു. 72/40 ആരുടെ അടുത്താണ് കിടക്കുന്നത്? 2ൻ്റെ അടുത്താണ് കിടക്കുന്നത്. അപ്പോൾ ആൻസർ നിയർലി 2 ആണ്. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ വരിക? ഏതാണ് ഓപ്ഷൻ? നിയർലി 2 ആണ്. അതെ, ഓപ്ഷൻ 1 ആണ്, ഹൈഡ്രജൻ ആണ്. ഓപ്ഷൻ 1 ആണ്, ഹൈഡ്രജൻ ആണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ 8314 ഞാൻ 8000 എന്ന് കൊടുത്തു, 193 200 എന്നും 193 200 കൊടുത്തു. സോൾവ് ചെയ്തപ്പോൾ ഏതോണ്ട് അടുത്തൊരു വാല്യൂ നമുക്ക് 2 അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആണോ? 17th ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഇപ്പോൾ നമ്മൾ 17 ക്വസ്റ്റ്യൻ നമ്പർ 17 കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 18 ബേസ്ഡ് ഓൺ എ തിയറി പാർട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് എൻ്റെ ആൻസർ പറയൂ. Question number 18. Gases exert pressure of containing walls because the gas molecules. ഏതാണ് ആൻസർ? അതെ, അവർക്ക് മൊമെൻറ്റം ഉള്ളത് കൊണ്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഫോഴ്സ് ആണ്. ഫോഴ്സ് ബൈ ഏരിയ പ്രഷർ ആണ്. അതാണ് അതിൻ്റെ റീസൺ. ഇവർക്ക് മൊമെൻറ്റം ഉള്ളത് കൊണ്ട് when they hit against the walls their momentum will be changed. So there's a rate of change of momentum by rate of change of momentum is known as force. So force is equal to pressure by area. So question number 18 answer option 1 ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇനി question number 19 നമുക്ക് നോക്കാം. Which of the following graphs proves Newton's law of cooling? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിനെ സ്റ്റേറ്റ് ചെയ്യുന്ന ഗ്രാഫാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് സ്റ്റെഫാൻസ് ബോൾട്സ്മാൻ ലോ എന്ന് പറഞ്ഞൊരു ലോ ഉണ്ട്. സ്റ്റെഫാൻസ് ബോൾട്സ്മാൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിസീവ് പവർ, അതായത് നമ്മൾ ഇങ്ങനെയാണ് സ്റ്റെഫാൻസ് ബോൾട്സ്മാൻ ലോ നമ്മൾ എഴുതുക. സ്റ്റെഫാൻസ് ലോ എല്ലാവർക്കും അറിയാം. Q by A into T. Energy per unit area per unit time. ഇതാണ് എമിസീവ് പവർ. എമിസീവ് പവർ is equal to E sigma T raised to 4. Or Q by T is equal to E A sigma T raised to 4. Q by T. Q by T means amount of heat energy per unit time. Q by T. Qനെ ഞാൻ MC ഡെൽറ്റ തീറ്റ എന്ന് എഴുതി, ടൈമിനെ ഞാൻ ഡെൽറ്റ ടി എന്ന് എഴുതി. സോ ദിസ് ഈസ് A ഈക്വൽ ടു സിഗ്മ EA സിഗ്മ T റൈസ് ടു 4. അപ്പോൾ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടിയുടെ ഇക്വേഷൻ നമുക്ക് EA
EA sigma by MC into T raised to 4 എന്നാണ്. Delta T by delta T is equal to EA sigma by MC into T raised to 4. Delta T by delta T എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്നാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്നാണ്. ഓക്കെ, സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു EA സിഗ്മ ബൈ MC ഇൻറ്റു T റൈസ് ടു 4. ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഇനി നമുക്ക് സ്റ്റെഫാൻസ് ബോൾട്ട്സ്മാൻ ലോയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ d theta by dt is equal to EA sigma by MC into T raised to 4 minus T0 raised to 4 എന്ന് എഴുതും. d theta by dt. റേറ്റ് ഓഫ് കൂളിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മൈനസ് നമ്മൾ ഇട്ട് കൊടുക്കും. സോ d theta by dt equal to minus EA sigma by MC into T raised to 4 minus T raised to 4. ഇങ്ങനെ നമ്മൾ കൊടുത്തു. സോ ഇത് നമുക്ക് ടൈം ആയിട്ട് കൊടുക്കാം. ഇതിനെ ഞാൻ സ്മോൾ ടി എന്ന് വിളിച്ചു, ഇതിനെ സ്മോൾ ടി എന്ന് വിളിച്ചു. ടെമ്പറേച്ചർ ചേഞ്ചിൻ്റെ ക്യാപിറ്റൽ തീറ്റയ്ക്ക് വരും ടി എന്ന് കൊടുത്തു. അപ്പോൾ ഡി ടി ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ കെ എന്ന് വിളിച്ചു. കെ ഇൻറ്റു ടി റൈസ് ടു 4 മൈനസ് T0 റൈസ് ടു 4 എന്ന് നമുക്ക് കൊടുക്കാം. ഇതാണ് നമ്മുടെ സ്റ്റെഫാൻസ് ബോൾട്ട്സ്മാൻ ലോ. സ്റ്റെഫാൻസ് ബോൾട്ട്സ്മാൻ ലോ നമുക്കിങ്ങനെ കൊടുക്കാം. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിനെ പറ്റിയാണ് അവർ പറയുന്നത്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡി ടി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി മൈനസ് ടി നോട്ട് എന്നാണ്. ടി എന്ന് വെച്ചാൽ ബോഡി ടെമ്പറേച്ചറാണ്, ടി നോട്ട് എന്ന് വെച്ചാൽ സറൗണ്ടിങ് ടെമ്പറേച്ചറാണ്. ദിസ് ഈസ് സ്റ്റെഫാൻസ് ബോൾട്ട്സ്മാൻ ലോ. അതിനെ മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആക്കുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. സോ ടി ടി ഡിവൈഡഡ് ബൈ ടി മൈനസ് T0 ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി എന്നാണ്. മൈനസ് കെ ഇൻറ്റു ഡി ടി. സോ ദിസ് ഈസ് ln ടി മൈനസ് T0 ഇസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് സി എന്നാണ്. സോ y ഇസ് ഈക്വൽ ടു mx പ്ലസ് സി എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ സ്ട്രൈറ്റ് ലൈൻ ആണ്, നെഗറ്റീവ് സ്ലോപ്പാണ്. ഇക്വേഷൻ സ്ട്രൈറ്റ് ലൈൻ ആണ്, നെഗറ്റീവ് സ്ലോപ്പാണ്. അപ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈനും നെഗറ്റീവ് സ്ലോപ്പും വരുന്ന ഏത് ഓപ്ഷനാണ്? സ്ട്രൈറ്റ് ലൈനും നെഗറ്റീവ് സ്ലോപ്പും വരുന്ന ഏത് ഓപ്ഷനാണ്? എല്ലാവരും പറഞ്ഞു. ഏത് ഓപ്ഷനാണ് വരുന്നത്? നോക്കി പറയൂ. യെസ്, പറയൂ. ഏതാണ് ആൻസർ? y = mx പ്ലസ് സി. എല്ലാവരും പറഞ്ഞോളൂ, ഏതാണ് ആൻസർ? ഓപ്ഷൻ 2 ആണോ ഓപ്ഷൻ 4 ആണോ? എല്ലാവരും ഇങ്ങനെ ഓരോ ഓപ്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. പറയൂ പറയൂ, ഏതാണ്? ഞാൻ ഇക്വേഷൻ എഴുതിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ടതാണല്ലോ. ഏതാണ് ആൻസർ വരിക? പറയൂ. ഓപ്ഷൻ 2 ആണോ ഓപ്ഷൻ 4 ആണോ? ഓപ്ഷൻ 2 ആണ് ആൻസർ. ഓപ്ഷൻ 2 ആണ് ആൻസർ. y = mx plus c ആണ്. അപ്പോൾ ഇക്വേഷൻ ഇസ് എ സ്ട്രൈറ്റ് ലൈൻ. ഇക്വേഷൻ ഇസ് എ സ്ട്രൈറ്റ് ലൈൻ. സ്ലോപ്പ് നെഗറ്റീവ് ആണ്. ഇക്വേഷൻ സ്ട്രൈറ്റ് ലൈൻ ആണ്, സ്ലോപ്പ് നെഗറ്റീവ് ആണ്. മൈനസ് കെയിലാണ് സ്ലോപ്പ് നിൽക്കുന്നത്, സ്ലോപ്പ് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? നമുക്ക് 20th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 20th ക്വസ്റ്റ്യൻ. 20th ക്വസ്റ്റ്യനിൽ 3 ലിക്വിഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഈക്വൽ വോളിയംസ് ആർ തറോലി മിക്സ്ഡ്. 3 കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തു. ഓരോന്നിൻ്റെ സ്പെസിഫിക് ഹീറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്.
S1, S2, S3, temperature θ1, θ2, θ3, masses തന്നിട്ടുണ്ട്. ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ കണ്ടുപിടിക്കുന്നു. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എങ്ങനെയാണ് നമ്മൾ ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ കണ്ടുപിടിക്കുന്നത്? ഓക്കെ, എല്ലാവർക്കും എൻ്റെ ഫോർമുല അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഓരോന്നും മിക്സ് ചെയ്തിട്ട് ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം ഞാനൊരു ബേസിക് കണ്ടീഷൻ പറഞ്ഞുതരാം. എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ 2 ലിക്വിഡ്സ് എടുത്തു. ഒരെണ്ണം M1 C1. അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു, θ1 മൈനസ് θ. മറ്റൊരു ലിക്വിഡ് എടുത്തു, ടെമ്പറേച്ചർ θ2 ആണ്. അത് കൂടി തീറ്റയിലേക്ക് വന്നു. അപ്പോൾ θ മൈനസ് θ0. ഇതാണ് കണ്ടീഷൻ. ഹീറ്റ് ലോസ് ഇസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ആണ്. ലാർജർ ബോഡി ഹീറ്റ് നഷ്ടപ്പെടുമ്പോൾ ഹോട്ടർ ബോഡിക്ക് ഹീറ്റ് നഷ്ടപ്പെടുമ്പോൾ കോൾഡർ ബോഡിക്ക് ഹീറ്റ് ഗെയിൻ ചെയ്യും. M1 C1 എല്ലാത്തിൻ്റെയും മാസ് സെയിം ആണെന്ന് പറയുന്നത്, സ്പെസിഫിക് ഹീറ്റ് ഡിഫറൻ്റ് ആണെന്ന് പറയുന്നു. മാസ് സെയിം ആണ്, സ്പെസിഫിക് ഹീറ്റ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അത് S1 ആണെന്ന് കൊടുക്കുക. അപ്പോൾ S1 ഇൻറ്റു θ1 മൈനസ് θ ഈസ് ഈക്വൽ ടു S2 ഇൻറ്റു θ മൈനസ് θ2 എന്ന് കൊടുക്കുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ S1 θ1 മൈനസ് S1 θ ഈക്വൽ ടു S2 θ മൈനസ് S2 θ2. സോ നമുക്ക് S1 θ1 പ്ലസ് S2 θ2 ഡിവൈഡഡ് ബൈ S1 θ1 പ്ലസ് S2 θ2. S1 θ1 മൈനസ് S1 θ is equal to S2 θ മൈനസ് S2 θ2. അപ്പോൾ S1 θ1 പ്ലസ് S2 θ2 ഡിവൈഡഡ് ബൈ രണ്ട് ലിക്വിഡ് എടുക്കുമ്പോൾ S1 θ1 പ്ലസ് S2 θ2 is equal to S1 θ പ്ലസ് S2 θ. അപ്പോൾ θ is equal to S1 θ1 പ്ലസ് S2 θ2 ഡിവൈഡഡ് ബൈ S1 പ്ലസ് S2 ഡിവൈഡഡ് ബൈ S1 പ്ലസ് S2 നമുക്ക് വരും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്കിങ്ങനെ ഫോളോ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ മാസിനെയൊക്കെ ഈക്വൽ ആക്കി എടുത്തു. ഇനി മാസ് ഈക്വൽ അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ വരുന്നത് θ is equal to M1 S1 θ1 പ്ലസ് M2 S2 θ2 ഡിവൈഡഡ് ബൈ M1 S1 പ്ലസ് M2 S2 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ 2 ബോഡീസ് എടുത്തുള്ളൂ. ഒരെണ്ണം ഹീറ്റ് ലോസ്റ്റും ഒരെണ്ണം ഹീറ്റ് ഗെയിൻഡുമാണ്. അപ്പോൾ 3 ബോഡീസാണ് വരുന്നത്. ഒരു എക്സ്ട്രാ ഇക്വേഷൻ കൂടെ കയറി വരും. അപ്പോൾ M1 S1 θ1 പ്ലസ് M2 S2 θ2 പ്ലസ് M3 S3 θ3 എന്നും കൂടെ കയറി വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഇത് ഞാൻ 2 ഇക്വേറ്റ് ചെയ്തിട്ട് മാസ് ഈക്വൽ ആക്കിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ തന്നതാണ്. ഇനി ഞാൻ മാസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ M1 M2 ഒക്കെ കയറി വരും. 3 ഉള്ളതുകൊണ്ട് എക്സ്ട്രാ 3ാമത്തെ ടേമും കയറി വരും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ സോഫാർ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഓക്കെ അല്ലേ? ഇത്രേ ഓക്കെ ആണോ? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ക്വസ്റ്റ്യൻ നമ്പർ 21 നോക്കാം. 21 ഒരു നല്ല ക്വസ്റ്റ്യനാണ്. 21 ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. 21 ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. Okay. 21 it is based on Wien's displacement formula ആണ്. Wien's displacement formula എന്ന് വെച്ചാൽ ലാംഡ m into t is equal to b എന്നാണ്. മാക്സിമം എനർജി റേഡിയേറ്റ് ഔട്ട് ചെയ്യുമ്പോൾ ആ റേഡിയേഷൻ്റെ വേവ് ലെങ്തിനെയാണ് ലാംഡ m എന്ന് വിളിക്കുന്നത്. സോ ലാംഡ m into t is a constant. So temperature is equal to 2880 എന്ന് പറയുന്നുണ്ട്. സോ ലാംഡ എം ഈക്വൽ ടു ടി ബൈ ബി ആണ്. അപ്പോൾ ലാംഡ എം എന്ന് പറയുന്നത് ബിയുടെ വാല്യൂ 2.88 ഇൻറ്റു 10⁻⁶ നാനോമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. 2.88 ഇൻറ്റു 10⁻⁶ നാനോമീറ്റർ കെൽവിൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2.88 ഇൻറ്റു 10⁻⁶ ഇൻറ്റു 10⁻⁻⁹ ഡിവൈഡഡ് ബൈ 2880 കെൽവിൻ. അപ്പോൾ നമുക്ക് വരുന്നത് 2.88 into 10⁻⁻³ ഡിവൈഡഡ് ബൈ 2880 എന്നാണ് നമുക്ക് വരിക. ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇതിനെ നമുക്ക് (2880) into 10⁻⁻³ divided by 2880 into 10⁻³ ചെയ്ത് കഴിഞ്ഞാൽ 10⁻⁶ മീറ്റർ എന്ന് കിട്ടും. 10⁻⁶ മീറ്റർ എന്ന് കിട്ടും. This is equal to ഇവിടെ വേവ് ലെങ്ത് നമ്മൾ ചെക്ക് ചെയ്താൽ സോ ലാംഡയുടെ വാല്യൂ നമുക്ക് വരുന്നത് അബ്രേഷൻ ആൻഡ് സ്പെറിക്കൽ അബ്രേഷൻ. സ്പെറിക്കൽ അബ്രേഷൻ, ക്രോമാറ്റിക് അബ്രേഷൻ ഒന്നും നമ്മളിപ്പോൾ സിലബസിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് അതങ്ങനെ ഒരു വരാനുള്ള സാധ്യത വളരെ അതിനകത്ത് കുറവാണ്. ഓക്കെ, അതിനകത്ത് വരാനുള്ളൊരു സാധ്യത തൽക്കാലം അതിനകത്ത് വളരെ കുറവാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ കൂടുതലായിട്ടൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്ന് കണ്ടിട്ടില്ല. പിന്നെ ഈ ഡിഫക്ട്സ് ഓഫ് ലെൻസസ് ഒന്നും ഇപ്പം നിലവിൽ സിലബസിൽ ഇല്ലാത്തതുമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണ്. വീണ്ടും നമ്മുടെ ആ ടോപ്പിക്കിലേക്ക് ഒന്ന് വരാം. ലാംഡ എം ഇൻറ്റു ടി ഇസ് എ കോൺസ്റ്റൻറ്റ്. ലാംഡ എം ഞാൻ അവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റാസ് 2.88 ഇൻറ്റു 10⁻⁶ നാനോമീറ്റർ ആണ്. 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻⁹ മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇൻറ്റു 10⁻⁻⁹ ഡിവൈഡ് ബൈ 2.880 എന്ന് വന്നു. അപ്പോൾ 2.88 ഇൻറ്റു 10⁻⁻³ ബൈ 2.880 ഞാനൊരു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2880
ഇൻറ്റു 10⁻³ ബൈ 10⁻3. അപ്പോൾ 10⁻6 മീറ്റർ എന്ന് നമുക്ക് വരും. 10⁻6 മീറ്റർ എന്ന് നമുക്കിവിടെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇത് നാനോമീറ്ററിലാണ് എല്ലാം തന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നാനോമീറ്ററിൽ തന്നിരിക്കുന്നതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്കിത് നാനോമീറ്റർ തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പോൾ നാനോമീറ്റർ തന്നെ നമുക്കിത് എഴുതാം. നാനോമീറ്ററിലാണല്ലോ തന്നിരിക്കുന്നത്, അപ്പോൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണ്ട. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നമുക്ക് ബീൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 2880 കെൽവിൻ എന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ നമ്മുടെ വാല്യൂ 2.88 ഇൻറ്റു 10⁻6 നാനോമീറ്റർ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ്സിനകത്തൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ആൻസറിൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ യൂണിറ്റ് അതെ, യൂണിറ്റ് 10⁻6 നാനോമീറ്റർ. അതെ, 10⁻6 നാനോമീറ്റർ തന്നെയാണ്. യെസ്, 10⁻6 നാനോമീറ്റർ ആണ് ഇതിൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റാണ്. 2880 കെൽവിൻ ആണ്. ഡിവൈഡഡ് ബൈ നമുക്ക് 2.88 ഇൻറ്റു 10⁻6 എന്നാണ്. 2.88 ഇൻറ്റു 10⁻6 എന്നാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. യെസ്, 2.8 ഇൻറ്റു 10⁻6 നാനോമീറ്റർ ആണ്. ഓക്കെ. അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ λm ഇസ് ഈക്വൽ ടു ബിൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കുന്നത് 2.88 ഇൻറ്റു 10⁻6 ഡിവൈഡഡ് ബൈ 2880. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത്, ഇതിൻ്റെ ലാംഡയുടെ വാല്യൂ നമുക്ക് വരുന്നത് 1000 നാനോമീറ്റർ എന്നായിട്ടാണ്. ലാംഡയുടെ വാല്യൂ നമുക്ക് വരുന്നത് 1000 നാനോമീറ്റർ എന്നാണ് ഇതിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ 1000 നാനോമീറ്റർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ 1000 നാനോമീറ്റർ എന്ന് കിട്ടുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം മാക്സിമം വേവ് ലെങ്ത്, അതായത് മാക്സിമം എനർജിക്ക് കറസ്പോണ്ട് ചെയ്ത വേവ് ലെങ്ത് ആണ് 1000 നാനോമീറ്റർ. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത് 499 നാനോമീറ്ററിനും 500 നാനോമീറ്ററിനും ഇടയിലുള്ള എനർജി U1 ആണ്. 999നും 1000നും ഇടയിലുള്ളത് U2 ആണ്. 1499നും 15 നാനോമീറ്ററിനും ഇടയിലുള്ള U3 ആണ്. ഞാനിവിടെ കണ്ടുപിടിച്ചത് മാക്സിമം എനർജി തരുന്ന വേവ് ലെന്ത് ആണ്. മാക്സിമം എനർജി തരുന്ന വേവ് ലെന്ത് 1000 ആണ്. അപ്പോൾ 1000 കറസ്പോണ്ട് ചെയ്യുന്ന എനർജി ഏതാണ്? U1 ആണോ U2 ആണോ? അതെല്ലാവരും പറഞ്ഞാൽ മതി. അതെല്ലാവരും ഒന്ന് പറയൂ. U1 ആണോ U2 ആണോ? മാക്സിമം എനർജി തരുന്ന വേവ് ലെന്ത് 1000 നാനോമീറ്റർ ആണ്. അപ്പോൾ 999നും 1000നും ഇടയ്ക്ക് കിട്ടുന്ന ആൻസർ U2 ആണ്. അപ്പോൾ മാക്സിമം എനർജി U2 ആണ് ഇവിടെ. അപ്പോൾ U2 ആണ് മാക്സിമം എനർജി വരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ? U2 മാക്സിമം ആണെങ്കിൽ ഇവിടെ ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഏതായിരിക്കും ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ 4 ആണ് ആൻസർ. അതെ, U2 ഗ്രേറ്റർ ദാൻ U1 ആണ്. U2 ഗ്രേറ്റർ ദാൻ U1 ആണ്. അതാണ് ആൻസർ. ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ നമുക്കിവിടെ നാനോമീറ്റർ തന്നെ ആൻസർ എഴുതിയാൽ മതി. നമ്മൾ നേരത്തെ മീറ്ററിലേക്ക് മാറ്റിയതാണ്, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നാനോമീറ്ററിലേക്ക് തന്നെ ആൻസർ കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ, 1000 നാനോമീറ്റർ. ഓക്കെ, സോ ഓപ്ഷൻ 4 ആണ് ആൻസർ, U2 ഗ്രേറ്റർ ദാൻ U1. ക്വസ്റ്റ്യൻ നമ്പർ 22 നമുക്ക് നോക്കാം. ഒരു സിലിണ്ടറിക്കൽ റോഡ് നമ്മുടെ കയ്യിലുണ്ട്. ആ റോഡിൻ്റെ ലെങ്ത് 20 സെൻറ്റിമീറ്റർ, റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആണ്. ആ റോഡിൻ്റെ 2 എഡ്ജുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ
0 ഡിഗ്രി സെൽഷ്യസും 50 ഡിഗ്രി സെൽഷ്യസുമാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ഒക്കെ തന്നിട്ടുണ്ട്. തെർമൽ റെസിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. തെർമൽ റെസിസ്റ്റൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് L/Ka ആണ്. L ഡിവൈഡഡ് ബൈ Ka ആണ്. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ 20 ആണ്. തെർമൽ കണ്ടക്ടിവിറ്റി 0.5 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1/2 എന്ന് കൊടുക്കുക. പിന്നെ ഉള്ളത് ഏരിയ ആണ്. ഏരിയ എടുക്കുമ്പോൾ നമുക്ക് പൈ ഇൻറ്റു ഇവിടെ എല്ലാം ലെങ്ത് സെൻറ്റിമീറ്ററിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തെർമൽ റെസിസ്റ്റൻസിൻ്റെ ഫോർമുല L/Ka ആണ്. ഇവിടെ ഇതെല്ലാം സെൻറ്റിമീറ്ററിൽ വരുന്നത് കൊണ്ട് നമുക്ക് സെൻറ്റിമീറ്ററിൽ കൊടുക്കാം. പൈ ഇൻറ്റു r² ആണ് ഇവിടെ വരുന്നത്. സോ റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കിത് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് വരും. സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 4 എന്നാണ് വരുന്നത്. അപ്പോൾ തെർമൽ റെസിസ്റ്റൻസിൻ്റെ ഫോർമുല L/Ka കൊടുക്കാം. ഇവിടെ എല്ലിന് പകരം നമുക്ക് വരേണ്ടത് 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 20 കൊടുത്തു. തെർമൽ കണ്ടക്ടിവിറ്റി ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട് 0.5 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ 1/2 എന്ന് എടുത്തു. ഏരിയ ഇൻറ്റു π² എന്നും കൊടുത്തു. സോ ഇത് നമുക്ക് വരുമ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് വരുന്നത് 20 ഡിവൈഡഡ് ബൈ 4π/2 2π വരും. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 10/π ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ 10/π എന്ന് പറയുമ്പോൾ ഏതാണ് ഓപ്ഷൻ വരുന്നത്? 10/π. അപ്പോൾ പൈൻ്റെ വാല്യൂ 3.14 ആണ്. അപ്പോൾ ഇത് 3 പോയിന്റ് സംതിങ് അല്ലേ വരുള്ളൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ. സോറി, ഓപ്ഷൻ 2 അല്ല, ഓപ്ഷൻ 3. ഓപ്ഷൻ 2 31.8 ആണ്. ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ. 3.18 ആണ് ആൻസർ. 10 ഡിവൈഡഡ് ബൈ പൈ. ഓക്കെ. സോ ക്വസ്റ്റ്യൻ നമ്പർ 22 നമുക്ക് കിട്ടി. 23 ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 23 നോക്കാം. നമ്മുടെ 2 സ്പിയേഴ്സ് ഉണ്ട്. ആ സ്പിയേഴ്സ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്, 1 വിത്ത് ട്രിപ്പിൾ ദ റേഡിയസ് ആൻഡ് 1/5 വോൾ തിക്നെസ് എന്നാണ് പറയുന്നത്. അപ്പോൾ 1 വിത്ത് ട്രിപ്പിൾ ദ റേഡിയസ് ആൻഡ് 1/5 വോൾ തിക്നെസ് ഓഫ് അതർ ആർ ഫിൽഡ് വിത്ത് വൈസ്. അപ്പോൾ 2 സ്പിയറുകൾ എടുത്തു കഴിഞ്ഞാൽ സ്പിയറിൻ്റെ ഒരു സ്പിയറിൻ്റെ ട്രിപ്പിൾ ആണ് റേഡിയസ്, തിക്നെസ് 1/5, ആർ ഫിൽഡ് വിത്ത് ഐസ്. The time taken for complete melting of ice in larger sphere is 30 minutes and for smaller sphere is 20 minutes. Ratios of thermal conductivity ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ആദ്യമേ ഇക്വേഷൻ കൊടുത്താൽ Ka delta T by L, ഇതാണ് ഇക്വേഷൻ. ഇവിടെ A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എടുക്കണം, L എന്ന് പറയുന്നത് തിക്നെസ് ആക്കി എടുക്കണം. ടെമ്പറേച്ചർ ഡിഫറൻസ് ആണിത്. ഇനി നമുക്ക് വേണ്ടത് Ka delta T by L. 2 സ്പിയേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. ഓരോ സ്പിയറിനുള്ളിലും ഐസാണ് കിടക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് H ഇസ് ഈക്വൽ ടു, അപ്പോൾ H നമുക്ക് മനസ്സിലാക്കണം. H എന്ന് പറഞ്ഞാൽ നമുക്ക് Q/T എന്ന് കൊടുക്കാം. സോ Q/T ഈസ് ഈക്വൽ ടു Ka ഇൻറ്റു delta T by L. Q എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അത് ഉപയോഗിച്ചിട്ടാണ് മെൽറ്റിംഗ് ഓഫ് ഐസ് നടക്കുക. സോ ml/T ഈസ് ഈക്വൽ ടു Ka delta T by L കൊടുക്കുക. അപ്പോൾ നമുക്ക് K is equal to ml into L divided by T into A into delta T into delta T. Okay. അപ്പോൾ K is equal to ml into L divided by T into A into delta T. അപ്പോൾ നമ്മളിവിടെ നോക്കിയേ, മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2 സ്പിയേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽ, 1 വിത്ത് ട്രിപ്പിൾ ദ റേഡിയസ് ആൻഡ് 1/5 വോൾ തിക്നെസ് ഫിൽഡ് വിത്ത് ഐസ്. ടൈം ടേക്കൺ ഫോർ കംപ്ലീറ്റ് മെൽറ്റിംഗ് ഓഫ് ഐസ് ഇൻ ദ ലാർജസ്റ്റ് സ്പിയർ ഈസ് 30 minutes
ആൻഡ് ഫോർ സ്മോളർ സ്പിയർ ഇസ് 20 minutes. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ടൈം എന്ന് പറയുന്നത് 30-യും മറ്റൊന്നിൻ്റെ ടൈം എന്ന് പറയുന്നത് 20-യുമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കെ ഉണ്ട്, മാസ് എൽ ടി എ ടി. അപ്പോൾ ഇതിനകത്ത് രണ്ടെണ്ണത്തിലും നമ്മൾ നിറച്ചിരിക്കുന്ന ഐസിൻ്റെ മാസ് ഒരു കാരണവശാലും സെയിം ആവുന്നില്ല. കാര്യം ഇതൊരു സ്പിയറാണ്. സ്പിയർ ആവുമ്പോൾ അതിൻ്റെ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എടുക്കേണ്ടി വരും. അപ്പോൾ ഐസിൻ്റെ ഡെൻസിറ്റി സെയിം ആണ്, പക്ഷെ വോളിയം ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കെ ഇസ് ഈക്വൽ ടു മാസ് എന്ന് പറയുന്ന മാസിന് പകരം ഞാൻ 4/3 πr3. ലാറ്റൻ ഹീറ്റ് ഓഫ് ഐസ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ നമുക്ക് തിക്നെസ് ഉണ്ട്. തിക്നെസ് നമ്മൾ എടുത്തേ പറ്റുള്ളൂ, L ആണ്. ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു ഏരിയ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 4πr² ആണ് ഇൻറ്റു ∆T. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. 2 ബീക്കേഴ്സിനുള്ളിൽ ഐസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 2 ബീക്കേഴ്സിലും ഐസ് മെൽറ്റ് ആവും. കാരണം ബീക്കറിന് ഉള്ളിലുള്ള ടെമ്പറേച്ചർ കുറവും ബീക്കറിന് പുറത്തുള്ള ടെമ്പറേച്ചർ കൂടുതലുമാണ്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്കറിയാം ഹീറ്റ് ഫ്ലോ ചെയ്യും. പുറത്തുനിന്ന് അകത്തേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്തിട്ട് ഈ ഐസിനെ മെൽറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ രണ്ടിലും ഉണ്ടാകുന്ന ഐസ് സെയിം ആക്കി എടുക്കരുത്. കാര്യം സ്പിയേഴ്സിൻ്റെ മാസ് സ്പിയറിൻ്റെ വോളിയം ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ H = K × ∆T/L, Q/T = K ∆T/L. Qന് പകരം ml/T = K ∆T/L. അപ്പോൾ K = ml × L/T × A × ∆T. അപ്പോൾ നമ്മളിതിങ്ങനെ സോൾവ് ചെയ്തു. അപ്പോൾ 4/3π. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ K എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നോക്കിയാൽ K എന്ന് പറയുന്നത് 4/3π is a constant, 4π is a constant എടുക്കണ്ട. ഇവിടെ r³ എന്ന് വെട്ടി പോകുമ്പോൾ നമുക്ക് R എന്ന് കിട്ടും. ലാറ്റൻ ഹീറ്റ് നമ്മൾ 2 കേസിലും ലാറ്റൻ ഹീറ്റ് കോൺസ്റ്റൻ്റ് ആണ്. പിന്നുള്ള തിക്നെസ് ഡിഫറൻ്റ് ആണ്, ടൈമും ഡിഫറൻ്റ് ആണ്. അപ്പോൾ K is equal to R into L/T എന്ന് വരും. K is equal to R into L/T. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. റേഷ്യോസ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ലാർജർ സ്പിയർ ടു സ്മോളർ സ്പിയർ എടുത്താൽ K1/K2. ലാർജർ സ്പിയറിൻ്റെ റേഡിയസ് എടുത്താൽ 3R ആണ്. സ്മോളർ സ്പിയറിൻ്റെ റേഡിയസ് R ആണ്. പിന്നെ നമുക്ക് വരുന്നത് തിക്നെസ് എടുത്താൽ 1/5 wall thickness of other. 2 spheres of different materials, one with triple the radius and 1/5 wall thickness of other are filled with ice. അതായത് ലാർജർ സ്പിയറിൻ്റെ റേഡിയസ് ട്രിപ്പിളും മറ്റേതിൻ്റെ തിക്നെസ് 1/5 ആണ്. അപ്പോൾ നമുക്കിവിടെ തിക്നെസ് എടുക്കുമ്പോൾ ഇവിടെ 5L-ഉം ഇവിടെ L-ഉം കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ടൈം എടുക്കുമ്പോൾ ലാർജർ സ്പിയറിന് 30 മിനിറ്റും സ്മോളർ സ്പിയറിന് 20 മിനിറ്റുമാണ്. അപ്പോൾ ഇവിടെ 20/30 ആണ്. 20/30. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 8/25 എന്ന് വരുന്നുണ്ട്. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 8/25 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 24 നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 24 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 24-ൽ 19 gram of water at 30 degrees Celsius and 5 gram of ice at -20 degrees Celsius are mixed together in a calorimeter. അപ്പോൾ ഇതൊരു കലോറിമെട്രി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങളോട് മനസ്സിലാക്കേണ്ട കാര്യം, ഒരിടത്ത് വെള്ളം ഉപയോഗിക്കുന്നു, മറ്റൊരിടത്ത് ഐസ് -20 ഉപയോഗിക്കുന്നു. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഫൈനൽ ടെമ്പറേച്ചറാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ തൽക്കാലം ഹയർ ടെമ്പറേച്ചർ വെള്ളമാണ്. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൽ നിന്ന് ഐസിലേക്ക് വെള്ളം ഫ്ലോ ചെയ്യും. ഓക്കെ, ഐസിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ ഐസിൻ്റെ ടെമ്പറേച്ചർ -20-ൽ നിന്ന് പതുക്കെ -19, -18 അങ്ങനെ ഐസിൻ്റെ ടെമ്പറേച്ചർ 0-ലേക്ക് വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പതുക്കെ ഐസ് മുഴുവൻ വെള്ളമാവും. വെള്ളമായതിനു ശേഷം അതിൻ്റെ ടെമ്പറേച്ചർ പതുക്കെ ഇൻക്രീസ് ആവും. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇതിൽ നിന്ന് ഹീറ്റ് പോവുകയും ഇതിലേക്ക് ഹീറ്റ് കിട്ടുകയും ചെയ്യും.
അപ്പോൾ എന്താണ് ഇതിൻ്റെ ടെമ്പറേച്ചറാണ്, ഇതിൻ്റെ ഫൈനൽ ടെമ്പറേച്ചറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ തൽക്കാലം അസ്യൂം ചെയ്യുകയാണ്. ഇതൊരു അസംഷൻ ഉപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അസംഷൻ എന്ന് പറയുന്നത് ലെറ്റ് ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ തീറ്റ എന്ന് വിളിച്ചു. അപ്പോൾ ഹീറ്റ് ലോസ്റ്റ് നമുക്ക് എടുക്കാം. ഹീറ്റ് ലോസിൻ്റെ ഇക്വേഷൻ MC ഡെൽറ്റ തീറ്റ. മാസ് 19 ആണ്, സ്പെസിഫിക് ഹീറ്റ് 1 ആണ്. ടെമ്പറേച്ചർ ചേഞ്ച് എടുക്കുമ്പോൾ 30 ഡിഗ്രി. അപ്പോൾ 30യിൽ നിന്ന് കുറഞ്ഞ് തീറ്റയിലേക്ക് വന്നു എന്ന് കൊടുക്കുക. ഓക്കെ, അങ്ങനെ വന്നു എന്ന് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്കിതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 570 മൈനസ് 19T എന്ന് കൊടുക്കാം. 570 മൈനസ് 19T. ഈ ഹീറ്റ് ഉപയോഗിച്ച് ഇത് H1, ഈ ഹീറ്റ് ഉപയോഗിച്ച് ഐസ് അതിൻ്റെ ടെമ്പറേച്ചർ ആദ്യം 0യിലേക്ക് എത്തിക്കും. അപ്പോൾ MC ഡെൽറ്റ തീറ്റയാണ്. M എന്ന് പറയുന്നത് 5 ആണ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ് 1/2 ആണ്. -20യിൽ നിന്ന് 20 വരെ എത്തി. പിന്നെ ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ നടക്കും. അപ്പോൾ 5 × 80 ആണ്. അപ്പോൾ വാട്ടറായി. വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടി 5 × സ്പെസിഫിക് ഹീറ്റ് 1, ടെമ്പറേച്ചർ ചേഞ്ച് തീറ്റ -0 എന്ന് നമുക്ക് എഴുതാം. തീറ്റ -0. ഇത് രണ്ടും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഈ രണ്ട് ഇക്വേഷൻ കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ 570 മൈനസ് 19T ഇസ് ഈക്വൽ ടു ഇത് 50, ഇത് 400. അപ്പോൾ ഇത് 450 എന്ന് വരും. 450 പ്ലസ് 5 തീറ്റ എന്ന് വരും. 5 തീറ്റ. ഇവിടെ T അല്ല, തീറ്റ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുണ്ട് 570 മൈനസ് 19 Tക്ക് പകരം നമുക്ക് തീറ്റ എന്ന് കൊടുക്കാം. ഈക്വൽ ടു 450 പ്ലസ് 5 തീറ്റ എന്ന് വരും. അപ്പോൾ നമുക്ക് 120 ഈസ് ഈക്വൽ ടു 24 തീറ്റ എന്ന് വരും. അപ്പോൾ 5 എന്നാണ് ആൻസർ വരിക. അപ്പോൾ ശരിയാണ്, എനിക്ക് കിട്ടിയ ഫൈനൽ ടെമ്പറേച്ചർ 5 ആണ്. ഫൈനൽ ടെമ്പറേച്ചർ 5 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 24 ആൻസർ 5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 25 നോക്കാം. ഒരു ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു എ സോളിഡ് which is thermally isolated from the surroundings and is plotted as a function of absolute temperature. It is found that it is related by the equation. ഇപ്പോൾ ഇവിടെ Q in the equation തന്നിട്ടുണ്ട്. Q is equal to A theta square plus B theta raised to 4. നമ്മൾ പഠിച്ചിട്ടുണ്ട് dq equal to MC dt. dq ഈക്വൽ ടു MC dt. ഇവിടെ ഡിറ്റിക്ക് വരാൻ ഡി തീറ്റയാണ്. അപ്പോൾ MC-യുടെ പേരെന്ന് പറഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റിയാണ്. അപ്പോൾ dq ഈക്വൽ ടു H × d തീറ്റ. അപ്പോൾ H is equal to dq/d തീറ്റ. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി കാണാൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. d/d തീറ്റ ഓഫ് A theta square plus B theta raised to 4. അപ്പോൾ ഇത് നമുക്ക് ആൻസർ കിട്ടുമ്പോൾ 2A theta plus 4B theta cube എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ 4 ആണ് ആൻസർ. ഓപ്ഷൻ 4 ആണ് ആൻസർ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 26 നോക്കാം. ഒരു അയൺ ബ്ലോക്ക് ഫ്ലോട്ട്സ് ഇൻ മെർക്കുറി അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് അയൺ ഫ്ലോട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ഫ്രാക്ഷൻ ഓഫ് വോളിയം K1 ആണ്. പിന്നെ 60 ഡിഗ്രി സെൽഷ്യസ് കഴിയുമ്പോൾ ഫ്രാക്ഷൻ K2 ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഓഫ് അയൺ തന്നിട്ടുണ്ട്, മെർക്കുറിയും തന്നിട്ടുണ്ട്. K1/K2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് V1/V fraction V1/V is equal to L1/L എന്നാണ്. That is equal to density of body by density of liquid. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഫ്രാക്ഷൻ K1 ആണ്. അപ്പോൾ K1 എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഓഫ് ബോഡി
by density of liquid. Let it be at 0 degrees Celsius. 0 degrees Celsius. K2 എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ 60 ആണ്. അപ്പോൾ ഡെൻസിറ്റി കുറയും. അപ്പോൾ dB divided by 1 plus gamma of iron into 60 divided by dl divided by 1 plus gamma of liquid into 60. Density കുറയും. This is equal to dB by dl into 1 plus 60 gamma L divided by 1 plus 60 gamma Fe. dB by dl നെ K1 എന്ന് വിളിക്കാം. അപ്പോൾ K2 equal to K1 into 1 plus 60 gamma L divided by 1 plus 60 gamma Fe. അപ്പോൾ K1 by K2 ൻ്റെ ആൻസർ 1 plus 60 gamma Fe by 1 plus 60 gamma L എന്നാണ്. So 1 plus 60 gamma Fe divided by 1 plus 60 gamma Fe divided by 1 plus 60 gamma മെർക്കുറി എന്നാണ് ആൻസർ. ഈ ലിക്വിഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മെർക്കുറിയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 27 നമുക്ക് നോക്കാം. വേവ്സ് ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വേവ്സ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. 27. യെസ്, സ്പീഡ് ഓഫ് ദ വേവ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് ഓഫ് ദ വേവ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ഒമേഗ 100 ആണെന്ന് നമുക്കറിയാം. കെ എന്ന് പറയുന്നത് 20 ആണെന്നറിയാം. വാട്ട് ഈസ് വേവ് സ്പീഡ് എത്രയാ? അതെ അതെ, ഒമേഗ ബൈ കെ ആണ്. ഒമേഗ ബൈ കെ ആണ്. നമ്മുടെ ആൻസർ വരുന്നത് 5 ആണ്. ആൻസർ വരുന്നത് 5 ആണ്. ഓക്കെ, 28ൽ 2 റോഡുകൾ സെയിം ലെങ്ത് ആണ്. ട്രാൻസ്ഫർ എ ഗിവൺ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻ 12 സെക്കൻഡ്. ദേ ആർ ജോയിൻഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ ഇവിടെ H1 is equal to നമുക്ക് H1 ഇവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഒക്കെ സെയിം ആണ്. അപ്പോൾ H1 is equal to ഡെൽറ്റ ടി ബൈ ആർ ആണ്. ഡെൽറ്റ ടി ബൈ ആർ. H1 എന്ന് പറഞ്ഞാൽ Q1 ബൈ T1 is equal to ഡെൽറ്റ ടി ബൈ ആർ. അപ്പോൾ T1 എന്ന് വെച്ചാൽ ടൈം, Q1 into R by delta T ആണ്. Q1 into R divided by delta T. H means heat current എന്നാണ്. H heat current ആണ്. ഹീറ്റ് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് എനർജി ബൈ ടൈം എന്നാണ് അർത്ഥം. ഹീറ്റ് എനർജി ബൈ ടൈം എന്നാണ് അർത്ഥം. അപ്പോൾ T1 എന്ന് വെച്ചാൽ Q1 into R by T. ഇവിടെ R എന്ന് പറയുന്നത് R1 കൊടുക്കാം. തെർമൽ റെസിസ്റ്റൻസ് R1 ആണ്. ഇവിടെ രണ്ടും ഇപ്പോൾ ജസ്റ്റ് ഇക്വേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ജനറൽ ഇക്വേഷനിൽ H is equal to delta T by R, Q by T equal to delta T by R, T is equal to Q into R by delta T. അപ്പോൾ ടൈം തീരുമാനിക്കുന്ന ഫാക്ടർ Q into R by delta T ആണ്. പക്ഷേ ഇവിടെ രണ്ട് കേസിലും Q സെയിം ആണെന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ആർ ബൈ ഡെൽറ്റ ടി ആണ് എടുക്കേണ്ടത്. ആർ ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം ഡെൽറ്റ ടി ഇവിടെ രണ്ടിടത്തും സെയിം ആണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഇവിടെ ഒരു പ്രശ്നമല്ല. അപ്പോൾ ടി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആർ ആണ്. ടി ഈസ് ഈക്വൽ ടു ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആർ നമുക്ക് കൊടുക്കാം. ടി ഈസ് ഈക്വൽ ടു ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആർ. അപ്പോൾ ആദ്യത്തെ കേസിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു റോഡിൻ്റെ റെസിസ്റ്റൻസ് 6, ഇതിൻ്റെ റെസിസ്റ്റൻസ് 6, ഇത് രണ്ടും പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേസ് 1 റെസിസ്റ്റൻസ് R/2, കേസ് 2 റെസിസ്റ്റൻസ് 2R ആണ്. കേസ് 2 റെസിസ്റ്റൻസ് 2R ആണ്. അപ്പോൾ T1 ബൈ T2 ഇസ് ഈക്വൽ ടു R/2 ഇൻറ്റു 2R. അപ്പോൾ T1 ബൈ T2 എന്ന് പറയുന്നത് 1/4 ആണ് നമുക്ക് ആൻസർ വരുന്നത്. 1/4 ആണ് നമുക്ക് ആൻസർ വരുന്നത്. യെസ്, 48 സെക്കൻഡ് കറക്റ്റാണ്. 48 സെക്കൻഡ് കറക്റ്റാണ്. 48 എല്ലാവരും രണ്ടുപേര് പറയുന്നുണ്ട് ആൻസർ ശരിയാണ്. 48 കറക്റ്റാണ്. 29 apparent coefficient of expansion of a liquid when heated in copper vessel is C and heated in silver vessel is S. If A is linear coefficient of expansion of copper, then linear coefficient of expansion of silver ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ബേസിക് തിയറി പറയാം. ഡെൽറ്റ വി അപ്പാരൻറ്റ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഡെൽറ്റ വി റിയൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി അപ്പാരൻറ്റ് പ്ലസ് ഡെൽറ്റ വി കണ്ടെയ്നർ. അതായത് ഒരു കണ്ടെയ്നറിനകത്ത് വെള്ളം ഒഴിച്ച് നിങ്ങൾ ചൂടാക്കുമ്പോൾ ആ കണ്ടെയ്നറിൻ്റെ എക്സ്പാൻഷൻ കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. അതാണ് ഡെൽറ്റ വി റിയൽ ഈക്വൽ ഡെൽറ്റ വി അപ്പാരൻറ്റ് പ്ലസ് ഡെൽറ്റ വി കണ്ടെയ്നർ. Assume that the entire container is fully filled with liquid. So V1 gamma R delta T equal to V1 gamma A delta T plus V1 gamma C delta T. So delta T delta T delta T cancel ആയി. V1 cancel ആയി. So gamma R is equal to gamma A plus gamma C. ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ആദ്യം കോപ്പർ വെസൽ എടുത്തു, പിന്നെ സിൽവർ വെസലിൽ ഹീറ്റ് ചെയ്തു. കോപ്പർ വെസലിലെ അപ്പാരൻറ്റ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ സി ആണ്, സിൽവർ വെസലിലെ അപ്പാരൻറ്റ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ എസ് ആണ്. കോപ്പറിൻ്റെ ലീനിയർ എക്സ്പാൻഷൻ എ ആണ്, അപ്പോൾ സിൽവറിൻ്റെ ആണ് വേണ്ടത്. സോ ഗാമ ആർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ഏത് വെസലിൽ ലിക്വിഡ് ചൂടാക്കിയാലും ഗാമ ആർ മാറത്തില്ല. ഇപ്പോൾ ഗാമ എ കോപ്പറാണ് ആദ്യം എടുക്കുന്നത്, അപ്പോൾ അത് സി ആണ്. കോപ്പറിൻ്റെത് എ ആണ്, പക്ഷെ ഗാമ എടുക്കുമ്പോൾ 3A എടുക്കണം. ഗാമ ആർ. സിൽവറിൻ്റെ അപ്പാരൻറ്റ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ എസ് ആണ്. സിൽവറിൻ്റെ ലീനിയർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 3 ഇൻറ്റു എസ് ഡാഷ് എന്ന് കൊടുത്തു. അപ്പോൾ C + 3A ഈക്വൽ ടു S + 3 S ഡാഷ് എന്ന് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ C + 3A മൈനസ് S/3 എന്ന് കിട്ടും. C + 3A മൈനസ് S/3. ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ 2 ആണ് ആൻസർ വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 30 നോക്കാം. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് brass and steel rods are alpha1 and alpha2. Length of the brass and steel rod are L1 and L2 respectively. L2 minus L1 is maintained same at all temperature. Which of the following relation holds good? അതായത് ഒരു ബ്രാസ് സ്റ്റീൽ ഉണ്ട്, ഒരു ബ്രാസും ഉണ്ട്, ഒരു സ്റ്റീലും ഉണ്ട്. ബ്രാസിൻ്റെ ലെങ്ത് L1 ആണ്, സ്റ്റീലിൻ്റെ ലെങ്ത് L2 ആണ്. ഒരെണ്ണം alpha1, ഒരെണ്ണം alpha2.
L2 മൈനസ് L1 എന്ന് പറയുന്നത് മെയിൻറ്റെയിൻഡ് അറ്റ് ഓൾ ടെമ്പറേച്ചറാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ കയ്യിൽ ഒരു റോഡ് എടുത്താൽ നിങ്ങളുടെ കയ്യിൽ 2 റോഡ്സ് ഉണ്ട്. ഒരെണ്ണം ബ്രാസും ഒരെണ്ണം സ്റ്റീലും. ഞാൻ ഇതിൻ്റെ ലെങ്ത് ഒരു 2 മീറ്ററും ഇതിൻ്റെ ലെങ്ത് 6 മീറ്ററുമാണ്. നിങ്ങൾ എങ്ങനെ ചൂടാക്കിയാലും ഇവരുടെ ഡിഫറൻസിൻ ലെങ്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമെന്നാണ് കണ്ടീഷൻ. നിങ്ങൾ എങ്ങനെ ചൂടാക്കിയാലും ഇവരുടെ ഡിഫറൻസിൻ ലെങ്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ ഡിഫറൻസിൻ ലെങ്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ ഇവരുടെ ഡിഫറൻസിൻ ലെങ്ത് 4 ആണ്. ഇതിൻ്റെ ഡിഫറൻസിൻ ലെങ്ത് 4 ആണ്. ഇത് നിങ്ങൾ ചൂടാക്കിയാൽ ഇത് 3 മീറ്റർ ആയാൽ ഇത് 7 മീറ്റർ ആവണം. അപ്പോഴും ഡിഫറൻസിൻ ലെങ്ത് 4 ആണ്. ചൂടാക്കിയാൽ ഇത് 4 മീറ്റർ ആണ്, ഇത് 8 മീറ്റർ ആണ്. അപ്പോഴും ഡിഫറൻസിൻ ലെങ്ത് 4 ആണ്. അപ്പോൾ എങ്ങനെ ചൂടാക്കിയാലും ഡിഫറൻസിൻ ലെങ്ത് മാറാൻ പാടില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ 2 3 ആവുമ്പോൾ ചേഞ്ച് 1 ആണ്, 3 4 ആവുമ്പോൾ ചേഞ്ച് 1 ആണ്. അപ്പോൾ ചേഞ്ചിൻ ലെങ്ത് സെയിം ആവണം. സോ ഡെൽറ്റ L1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ L2. സോ L1 ആൽഫ 1 ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു L2 ആൽഫ 2 ഡെൽറ്റ തീറ്റ. അപ്പോൾ L1 ആൽഫ 1 ഈസ് ഈക്വൽ ടു L2 ആൽഫ 2 എന്നാണ് നമ്മുടെ ആൻസർ വരിക. ഒരു ഇമ്പോർട്ടൻറ്റ് കണ്ടീഷനാണ്. L1 ആൽഫ 1 ഈസ് ഈക്വൽ ടു L2 ആൽഫ 2. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 31. Velocity of water in river is 18 km/h near the surface. അപ്പോൾ സർഫസിലെ വെള്ളത്തിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്, 18 km/h ആണ്. റിവറിൻ്റെ ഡെപ്ത് 5 മീറ്റർ ആണ്. റിവറിൻ്റെ ഡെപ്ത് 5 മീറ്റർ ആണ്. ഷിയറിംഗ് സ്ട്രെസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വിസ്കോസിറ്റിയുടെ ഫോർമുലയാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. F is equal to eta A into dV by dy. ഫോഴ്സ് ബൈ ഏരിയ ആണ് സ്ട്രെസ്. അപ്പോൾ F by A is equal to eta into dV by dy. അപ്പോൾ ഈറ്റ 10⁻⁻2 പോയിസ് ആണ്. പോയിസ് നമ്മൾ CGS യൂണിറ്റിലേക്ക് മാറ്റണം. ഒരു പോയിസെല്ലിൽ എന്ന് പറഞ്ഞാൽ 10 പോയിസ് ആണ്. പോയിസെല്ലിലേക്ക് മാറ്റുമ്പോൾ 10⁻³ ഇൻറ്റു dV by dy. അപ്പോൾ dV മീൻസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അപ്പറിലെ വെലോസിറ്റി 18, ലോവറിലെ 0. ഗ്യാപ്പ് തന്നിരിക്കുന്നത് 5 ആണ്. അപ്പോൾ ഇതാണ് ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റി ഓഫ് വാട്ടർ ഇൻ ദ റിവർ ഈസ് 18 km/h ആണ്. അപ്പോൾ 18 km/h നമുക്ക് മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ അതുകൊണ്ട് 18 km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ അത് 5 ആയി മാറും. അപ്പോൾ 10⁻³ ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു F by A എന്ന് കിട്ടും. അപ്പോൾ 10⁻³ ആണ് ആൻസർ. ഓപ്ഷൻ 3 ആണ്. km/h ആണ്. അപ്പോൾ അത് 18 km/h ആണ്. നമ്മളതിനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റി. അപ്പോൾ 5/18 വന്നു. അപ്പോൾ ആൻസർ നമുക്ക് 18 km/h നമ്മൾ 5/18 മാറ്റി. അപ്പോൾ നമ്മുടെ ആൻസർ 5 വരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 10⁻³ ഓപ്ഷൻ 3 ആണ്. ഓക്കെ, km/h നമ്മൾ ചേഞ്ച് ചെയ്തു. ഓപ്ഷൻ 3. ക്വസ്റ്റ്യൻ നമ്പർ 32. ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും പെട്ടെന്ന് നോക്കി പറഞ്ഞ്. 32 ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് പറയൂ. ഇവിടെ നമ്മൾ ഒരു ലിക്വിഡിൻ്റെ ഫ്ലോ നമ്മൾ കൺസിഡർ ചെയ്യുന്നു.
പെട്ടെന്ന് ഇവിടെ ഏരിയ കുറയുന്നു. പെട്ടെന്ന് ഏരിയ കുറയുമ്പോൾ പെട്ടെന്ന് ഇവിടെ സ്പീഡ് കൂടണം. പെട്ടെന്ന് സ്പീഡ് കൂടുമ്പോൾ പെട്ടെന്ന് പ്രഷർ ഡ്രോപ്പ് ഡൗൺ ആവണം. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഏതാണ് ആൻസർ വരിക? ഇവിടെ വരെ വെലോസിറ്റി കോൺസ്റ്റന്റ്, അപ്പോൾ പ്രഷറും കോൺസ്റ്റന്റ്. എല്ലാവരും നോക്കി എൻ്റെ ആൻസർ എത്രയായിരിക്കും? യെസ്, പെട്ടെന്ന് ഏരിയ കുറഞ്ഞു, പെട്ടെന്ന് വെലോസിറ്റി കൂടി, പെട്ടെന്ന് സ്പീഡ് കൂടണം. പെട്ടെന്ന് വെലോസിറ്റി കൂടി, പെട്ടെന്ന് പ്രഷർ ഡ്രോപ്പ് ഡൗൺ ആണ്. വെലോസിറ്റി ഏരിയ പെട്ടെന്ന് കൂടി, വെലോസിറ്റി പെട്ടെന്ന് കുറഞ്ഞു, ഏരിയ പെട്ടെന്ന് കുറഞ്ഞു, ഏരിയ കുറഞ്ഞു, വെലോസിറ്റി കൂടി, വെലോസിറ്റി കൂടുമ്പോൾ യെസ്, വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ ഡ്രോപ്പ് ഡൗൺ ആവണം. സഡൻ ആയിട്ടാണ് സംഭവിക്കുന്നത്. സോ ഇതാണ് ഗ്രാഫ്. ഓപ്ഷൻ 1 ആണ്. ഇവിടെ എന്താ, പെട്ടെന്ന് പ്രഷർ കൂടുകയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ വന്ന് പ്രഷർ കോൺസ്റ്റൻ്റ് ആയി പെട്ടെന്ന് പ്രഷർ കൂടി, പ്രഷർ കൂടുമ്പോൾ വെലോസിറ്റി കുറയണം. വെലോസിറ്റി കുറയണമെങ്കിൽ ഏരിയ കൂടണം. ഇവിടെ ഏരിയ കുറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 2 തെറ്റല്ലേ? ഓപ്ഷൻ 1 അല്ലേ കറക്റ്റ് ആവുക? ഓപ്ഷൻ 1. According to continuity equation, a sudden decrease in area will result in sudden increase in velocity. According to Bernoulli's principle, sudden increase in velocity is followed by sudden decrease in pressure. (33) A vessel contains oil over mercury. So, the vessel contains oil over mercury. Oil over mercury. അപ്പോൾ ആദ്യം മെർക്കുറി നമ്മൾ എടുത്തു, അത് കഴിഞ്ഞ് പിന്നെ ഓയിൽ. സോ ഇങ്ങനെയാണ് വെസൽ കണ്ടെയ്ൻസ് ഓയിൽ ഓവർ മെർക്കുറി. സോ ഓയിലിൻ്റെ ഡെൻസിറ്റി 13.6, മെർക്കുറി ലൈറ്റർ ആണ്. മെർക്കുറിയേക്കാൾ കുറച്ചുകൂടി ഡെൻസിറ്റി കുറവാണ് ഓയിലിന്. A homogeneous sphere floats with half of its volume immersed in mercury and other half in oil. സോ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഇങ്ങനെ പകുതി കറക്റ്റായിട്ട് മുങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നുണ്ട്. സോ ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ സ്പിയർ ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെ ഡെൻസിറ്റി ρ1, ഇതിൻ്റെ ഡെൻസിറ്റി ρ2. ഇത് കറക്റ്റായിട്ട് ഇതിനകത്ത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആണ്. അപ്പോൾ സ്പിയറിൻ്റെ വെയിറ്റ് അപ്ത്രസ്റ്റിനെ ബാലൻസ് ചെയ്യും. സോ V1 ρ1g പ്ലസ് V2 ρ2g, അതാണ് കണ്ടീഷൻ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഹാഫ് ദ വോളിയം ഈക്വലാണ്, പകുതി പകുതിയായിട്ടാണ് ഇമ്മേഴ്സ് കിടക്കുന്നത്. അപ്പോൾ മാസിൻ്റെ ഫോർമുല വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ജി. ഇത് V/2 ഇൻറ്റു ρ1 ഇൻറ്റു ജി, V/2 ഇൻറ്റു ρ2 ഇൻറ്റു ജി. അതായത് പകുതി പകുതി ഇമ്മേഴ്സ്ഡ് ആയി കിടപ്പുണ്ട്, പകുതി പകുതി. അപ്പോൾ V G ക്യാൻസൽ. അപ്പോൾ D ഈസ് ഈക്വൽ ടു ρ1 പ്ലസ് ρ2/2 എന്നാണ് ആൻസർ വരുന്നത്. ρ1 പ്ലസ് ρ2/2 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പോൾ 13.6 പ്ലസ് 0.8/2 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ 7.2 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. 7.2 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ? ഇപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
അടുത്ത ക്വസ്റ്റ്യനിൽ എ സോഫ്റ്റ് ഫിലിം ഓഫ് സർഫസ് ടെൻഷൻ 3 into 10 raised to minus 2 is formed in a rectangular frame that can support a straw. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ഫ്രെയിം എടുക്കുക. ഒരു റെക്റ്റാങ്കുലർ ഫ്രെയിം എടുത്തിട്ട് നമ്മളൊരു സോപ്പ് സൊല്യൂഷനിൽ മുക്കി പുറത്തേക്ക് എടുത്തു. എന്നിട്ട് അതിനെ നേരെ ഇങ്ങനെ വെർട്ടിക്കലി വെച്ചു. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഒരു റെക്റ്റാങ്കുലർ ഫ്രെയിം, അതിങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ഫ്രെയിം എടുക്കുക. ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ഫ്രെയിം എടുക്കുക. ഇതിനെ ജസ്റ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുത്തപ്പോൾ ഇത്രയും വരെ ഫിലിം പ്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ ഒരു സ്ട്രോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സർഫസ് ടെൻഷൻ എപ്പോഴും സർഫസ് ഏരിയ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മുകളിലേക്ക് ഇതിനെ വലിക്കാൻ ശ്രമിക്കും. അങ്ങനെ മുകളിലേക്ക് ഇതിനെ വലിക്കുമ്പോൾ ഇവൻ്റെ വെയിറ്റ് ഇവനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും താഴോട്ട്. അപ്പോൾ ഫോഴ്സ് ഇസ് ഈക്വൽ ടു mg. ഫോഴ്സ് മീൻസ് സർഫസ് ടെൻഷനാണ്. സർഫസ് ടെൻഷൻ്റെ ഫോർമുല എസ് ഇൻറ്റു 2L ആണ്. കാരണം 2 ഫ്രീ സർഫസ് ഉണ്ട്. സോ എസ് ഇൻറ്റു 2L ഇസ് ഈക്വൽ ടു mg. അപ്പോൾ എസ് ഇൻറ്റു 2L ബൈ ജി ഇസ് ഈക്വൽ ടു എം ആണ്. എസ് ഇൻറ്റു 2L ബൈ ജി ഈക്വൽ ടു എം. എസിൻ്റെ വാല്യൂ, സർഫസ് ടെൻഷൻ്റെ വാല്യൂ 3 ഇൻറ്റു സർഫസ് ടെൻഷൻ്റെ വാല്യൂ വരുന്നത് 3 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2. ലെങ്ത് വരുന്നത് 10 സെൻറ്റിമീറ്റർ 10 റൈസ് ടു മൈനസ് 1. ജീൻ്റെ വാല്യൂ 10. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 4 കിലോഗ്രാം എന്ന് കിട്ടും. അപ്പം മാസ് കിട്ടുന്നത് 6 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 4 കിലോഗ്രാം എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇൻറ്റു 1000 ചെയ്താൽ ഗ്രാം കിട്ടും. അപ്പോൾ 6 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 4 കിലോഗ്രാമിന് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഗ്രാം കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ 0.6 ഗ്രാം ആണ് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആണോ? യെസ്. സോ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൻ്റെ ടോപ്പിക്കുകളായിട്ടുള്ള ഡിസ്കഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യും. സോ നമ്മുടെ ഡിസ്കഷൻസ് അവസാനിച്ചു. സോ താങ്ക് യു ഫോർ ദ കോപ്പറേഷൻ. താങ്ക് യു.
Hello everyone, welcome to the grand finale, fourth session. So my name is Kamal, so I will be continuing with the session of physics. Alright, today we will be discussing about electrostatics, current, electricity and moving charges and magnetism. So let's begin. Let's begin with the first question, that is magnetic field. I have kept the questions in random, so let's see. The magnetic field due to a current carrying circular loop of radius 3 cm at a point on the axis at a distance of 4 cm from the center is 54 micro Tesla. What will be its value at the center of the loop? So we have been given with a circular coil and the current is passing through it, and you have to find what they have given, what is the magnetic field at a particular distance. We have to find what is the magnetic field exactly at the center. So what we need to do, let us find what is the magnetic field because of a current carrying coil at the axis of the coil. So I hope you understood the picture. Visualization is a very important key in physics. So every time you attempt a question, try your level best to visualize it. So here is the coil, and we have to find what is the magnetic field at the axis. Here at the point P at a distance x, let's say the radius of the coil is r. I hope I am audible. Alright, so magnetic field along the axis is going to be mu naught I r square divided by 2 into r square plus x square whole to the power 3 by 2. Clear? Mu naught I r square by 2 into r square plus x square whole to the power 3 by 2. We have to find what is the magnetic field at the center. And what is the expression for magnetic field at the center? Magnetic field at the center is mu naught I by 2r. Correct? So I have to find this value. So what I am going to do is, first we will rearrange the equation and then we will solve it. So I will take this value, that is like I will take mu naught I r square and take the r from the equation outside. So it will be like 2. If I pull r square outside, remember it is whole to the power 3 by 2. If I take r square outside, the square will get cancelled and what remains over there would be r cube. Clear? Into r square is just gone, so we have 1 plus x square by r square whole to the power 3 by 2. And you can see one of the r square will get cancelled, so magnetic field is going to be mu naught I by 2r into the expression 1 plus x square by r square whole to the power 3 by 2. Okay, so continuing, I can say this is equal to magnetic field at the center divided by 1 plus x square by r square whole to the power 3 by 2. I hope you understood. Yeah. And then we have to find magnetic field at the center, rearrange it. So BC is equal to B. What is the value of B? They have given the value of B as 54 micro Tesla. Correct? So BC is equal to 54 micro Tesla into 1 plus, I have brought this the other side, so we have 1 plus x square by r square. Let me check that value also. They have given the circle of radius 3 cm and the other distance is 4 cm. So x we have 4 cm. X we have 4 cm. 4 divided by 3 the whole square whole to the power 3 by 2. So this will give us 54 micro into 1 plus 16 by 9, that will be like 25 by 9 whole to the power 3 by 2. Clear? So we have 54 micro into, this will give us 5 by 3 and we have to cube it. So we get 125 divided by 27, right? And 27 will see that it goes 2 times, so the answer is 250 micro. I hope you understood. I have given each and every step over here, that's why it took a little longer. It should not take much time actually to solve it, and if possible, please remember this formula.
if possible, I am not saying that strictly you should remember, B is equal to BC by 1 plus x square by r square whole to the power 3 by 2. If you can remember, well and good. Clear? It can actually cut short the time. Alright, so the answer is 250 micro. There you go. Alright, moving on to the next question. A circular coil of radius r carries an electric current. Magnetic field due to the coil at a point on the axis of the coil located at a distance r from the center of the coil such that r is very greater than r varies as. Can you try answering this question? We have a circular coil which carries a current and we are talking about the axis. It's a previous, same as previous one. We can write over here mu naught I r square divided by 2 into r square plus x square whole to the power 3 by 2. They have said that the distance located at a distance r from the center. Alright, they have used the letter r. So we will do one thing. I will also use the same thing, r square. So here is the coil and we have a distance r over here. Clear? So what is the magnetic field? Provided r is way bigger than capital R. So that means we are going very far over here. So in that case we can approximate it. We can say small r square is way bigger than capital R square. In that case we can neglect that term. So the expression becomes mu naught I r square divided by 2 into r square. This will become 0. R square to the power 3 by 2 will become r cube. So we have magnetic field inversely proportional to r cube. I hope you understood. Clear? That's it. So option 4 would be the right answer. Okay, here is another question which is based on the direction. You have to be very careful when you handle such questions. A current flows in a conductor from east to west. Direction of magnetic field at a point above the conductor is. So whenever we get a question like this, we should draw this north, south, east, west. In which direction is the current going? The current is going in this direction. Clear? The current is going in this direction and that is going from east to west, correct? The current is going from east to west and we have to find what is the magnetic field going to be at the topmost, top part of the conductor. I think direction of magnetic field at a point above the conductor is. So we can think about it like this. I am facing you people. So it is north, south, east, west and the current is going in this direction, right? So I am holding the conductor. You can see I am holding the conductor. You can see current, thumb indicates the direction of the current and you can see the curved finger would indicate the direction of magnetic field. You can see on the top above the conductor magnetic field is in that direction. My fingers are in that direction. So in that direction means you can see it is pointed towards the north. So the answer is towards north. These type question can be expected towards the north. Clear? Please be very careful when you mark it. Okay. If they ask you below then you can see the curved finger would go down and you can see it is indicated towards the south. I hope you understood. Clear? Alright. Alright, if I ask you the question, let's see, if you can answer it. Let's see the current is traveling, current carrying wire is kept in the north-south direction. Clear? And the current is going from south to north. I am just, improvising on this question. So let's say the current is traveling from south to north. In that case, can you tell me on the conductor above, what is the direction of the magnetic field going to be? Can you please answer? If the current is traveling from south to north, it will be in that direction, right? You can see the thumb is in that direction and you can see magnetic field on the top. You can see magnetic field on the top is going to be towards the east. Clear? So that would be the answer. Let's move on. Alright. Two long straight wires are set parallel to each other. Each carries a current in the same direction.
and the separation between them is 2r. The density of the magnetic field midway between them. They are asking what is the density of the magnetic field. That means the concentration of the magnetic field or the strength of the magnetic field is what they are asking. Clear? Don't get confused with the term that they have written over there. So what is the magnetic field exactly at the midpoint? So we have the two current carrying wires carrying current in the same direction. You can see currents are in the same direction. That would mean at the center, at this point P, because of this current carrying wire, the magnetic field is entering over here. Because of this current carrying wire, the magnetic field is entering and then coming out from here. So you can see the magnetic field directions are in the opposite direction, cross magnetic field and dot magnetic field. You can see the magnetic fields are in the opposite direction, hence the net magnetic field should be equal to 0. Clear? And let's suppose that, if the currents are in the same direction, opposite direction, sorry. If the currents are in the opposite direction, then what? If this distance is r, at this point P, the magnetic field you can say that must be, if this is I1, this is I2, magnetic field at this point, if the current is going up, it is entering, and if the current is going down, once again you can see it is entering over here. Magnetic fields are in the same direction, so we have to just add the magnetic field. So the net magnetic field will be equal to mu naught I1 by 2 pi r plus mu naught I2 by 2 pi into r. Clear? That's how we have to conclude this. Alright. So the answer is option 3, 0. A solenoid carrying a current produces a magnetic field B along its axis. If the current is doubled, the number of turns per centimeter is half. The new value of the magnetic field is. What is the expression for magnetic field because of a solenoid? Magnetic field is equal to mu naught into N into I. You can see N is the number of turns per unit length, right? N is the number of turns per unit length. And so what is the new magnetic field going to be? If the number of turns per unit length is halved, if the N is halved and the current, what happened to the current? Current is doubled. So we can see the new magnetic field will be equal to mu naught into number of turns would become half, the current is doubled. So the answer is magnetic field just remains the same over here. Correct, no? Clear? Option 3, option 1, right? Clear? The option should be 1, isn't it? Number of turns per centimeter is halved. Clear? Option should be 1, not 3. Please be careful. Alright, a current of 1 by 4 pi ampere is flowing through a toroid. It has 1000 number of turns per meter, then value of magnetic field along its axis. What is the expression for magnetic field because of a toroid? Magnetic field of a toroid is written as mu naught N I divided by 2 pi r. This is how you write it. Clear? B is equal to mu naught N I divided by 2 pi r. This is an expression, you can look at this one. This is an expression that we say it's the number of turns per unit length. Clear? That is actually number of turns per unit length. Okay, because the toroid, you can imagine in a toroid as a wire wound around a donut. Clear? Shape of a donut, like this. Clear? And this density, the number of turns that you will find in this particular length, the length of this one is what we call 2 pi r. Clear? The number of turns that you can find in this particular length is what we are writing over there. So this is number of turns per unit length, and you can see that they have said current. So you can say mu naught by mu naught into, or mu naught we can substitute the value, that is 4 pi into 10 to the power minus 7 into number of turns per unit length. They have said it is 1000, that means 10 to the power 3 into the current. What is the current through the wire? That is equal to 1 by 4 pi. So 4 pi gets cancelled and this will give us 10 to the power minus 4 as the answer.
So the answer is option 3. Clear? All right, I hope you got it. Sometimes students do have a confusion about these terms, so, because they by heart equations. At times they have a confusion over here. All right. A charged particle is at rest in a region where the magnetic field and electric field are parallel. The particle will move inner. So what we have to do? Let's say the electric field and the magnetic field are in the same direction. Electric field and magnetic field are in the same direction, and we have a charged particle kept over here, a plus q charged particle kept over here. What will happen to the charged particle? Because of magnetic field it will not move, but because of the electric field it will start accelerating, right? It will feel a force which is equal to F is equal to QE by M. And because of this force, the charged particle starts accelerating. It will have a velocity. In the beginning, well, the magnetic field is not going to exert any force because its velocity is 0. But over a period of time, the charged particles start getting a velocity v over here. And you can see particle is accelerating. As the particle accelerates, the velocity keeps on increasing, and you can see that even though it has a velocity, the magnetic field is going to be 0 because F is equal to Q into V vector cross B vector. Velocity and magnetic field are parallel to each other. If the velocity and magnetic field are parallel to each other, what is the force exerted? Force exerted will be equal to 0. Clear? Force exerted will be equal to 0, and hence you can see the answer is going to be the particle will continue its journey along a straight line because there is only one force that is acting on it, and that is the electric field. Magnetic field is as if it is absent over there. Clear? So the particle will travel in a straight line. The charged particles are accelerating. So here we go. The answer is 1. All right. But in case if they give a situation where electric field and magnetic field are perpendicular to each other and the velocity is also perpendicular to both of them, then we have a chance that we can have a velocity selector over there where we have a condition that is QE is equal to QVB. If the QE is equal to QVB, the particle will continue its motion along a straight line. Please make sure that when you study the velocity selector part, see, it could be like this. Here we have electric field, here we have magnetic field, and the charged particle is going in a straight line like this. If this is the case, the charged particle would continue its journey in a straight line if it obeys the condition QE is equal to QVB. But in case, if the QE, let's say QE is greater than QVB, then what will happen to the particle? Then the particle would actually go towards the electric field. And in case the opposite happens, that is the QVB is greater than QE, then what will happen? The charged particle will go in the down, it will get deflected in the downward direction. I hope you understood. Clear? All right. Which particle will have minimum frequency of revolution when projected with the same velocity perpendicular to a magnetic field? I would give you a little time for you to try. Which particle will have minimum frequency of revolution when projected with the same velocity perpendicular to a magnetic field? Velocity same, perpendicular to a magnetic field, the particle should actually go in a circle, right? The particle should go in a circle. So what is the frequency expression? See, the particles are going in a circle. We know the radius of the circle is going to be mv divided by qb. Clear? So we can say that time period of revolution, we can say it is equal to 2 pi r divided by v. Clear? And then you can substitute for the v over here, that will be qb r divided by m. When we substitute that, we will get q is equal, t is equal to 2 pi r divided by
QBR divided by M. M goes upstairs, and we can see the expression becomes 2 pi M divided by QB. Clear? This is an expression that obviously you must be studying, and just in case if you don't remember, we can express it like this. The frequency is going to be, you can see it is QB divided by 2 pi M. Sometime what happens, there could be a confusion that students often encounter between the time period and frequency. Sometimes they can make a mess over here. So that's why I have gone with this method. Frequency is equal to QB by 2 pi M. And now you can see that the frequency, what does it depend on? Frequency depends on the charge of the particle, magnetic field, 2 pi is a constant, and mass of the particle. You can see all the particle, lithium plus, electron, proton and helium plus, all of them, this is a negative charge, there is a positive charge, but all of them have the same magnitude of charge. Clear? The magnitude of the charge is same, so you can see Q is same, B is same, 2 pi. So frequency is only dependent upon the mass of the particle. So which one do you think will be having a minimum frequency? Minimum frequency is going to be only for the particle that is having the minimum mass, maximum mass. Clear? Maximum. Out of all of them, can you tell me which one is having the maximum mass over here? The answer is going to be option 1. Lithium would be having the maximum mass. Clear? More the mass, lesser the frequency. I hope you understood. If they are asking what is the maximum frequency, which one has the maximum frequency, then the answer is going to be the electron. Electron will be the lightest of all, will be having the maximum frequency. I hope you understood. Clear? And logically also it makes sense, like revolving a lighter particle is much more easier than the heavier particle. If the particle is heavier, it is going to be a little difficult in order to spin it out. Clear? Alright. But I won't say that with the atomic cases you should use such logic, but here it works actually. So, alright, here is another question. Helium, oxygen, ions, they pass a region of constant perpendicular magnetic field. If kinetic energy of all the ions is same, then the helium plus ions will be deflected more than O2 plus, or helium ions will be deflected less than oxygen. Third, all the ions will be deflected equally, no ions will be deflected. Question is about what if the kinetic energy of all the ions are same. Deflection will be denoted by the radius, actually the radius of curvature. The one that is having smaller radius of curvature will be deflected the most, and the one particle that is having the more radius of curvature would be deflected less. Smaller radius deflected more, bigger radius deflected less. Clear? Alright. So we have to somehow figure out what is the ratio of the radius going to be. Clear? From there we can figure out who is going to deflect more. So kinetic energy has been asked over here. We know kinetic energy is equal to half mv square. Clear? And I told you earlier, particle that is moving in a magnetic field will have a radius, we will describe as circular motion, and that radius is going to be mv divided by qb. So we can substitute that value here. So we have we get the kinetic energy is equal to half m q square. You can see the velocity is going to be qbr divided by m. So we have q square b square r square divided by m square. One of the mass will get cancelled, and the kinetic energy is going to be q square b square r square divided by 2m. And now tell me, you can see that the kinetic, what are the quantities that is going to be same? You can see the kinetic energy is same. Is the charge same? No, charges are not same. But magnetic field is same. They pass through a region of constant perpendicular magnetic field. So you can see magnetic field is same, and radius, they have the same kinetic energy. Anything else? No, nothing. So we can do one thing. For the two particles, since they said the kinetic energy is same, I can equate the kinetic energy expression. So we can say K1 is equal to K2. Let's write the K1 expression, that is Q1 square R square. I will not include the B because magnetic field will get definitely cancelled. So R1 square divided by M1
is equal to Q2 square R2 square divided by M2. Okay, so let us take the charges. Now charge Q1, you can see it's single. So let me just write it as E square and R1 square divided by mass of the helium. Mass of the helium is 4 atomic mass unit. So let us write 4. Alright, and that is equal to charge on the second particle, oxygen ion, we can say it is 2E the whole square into the radius. And what is the radius? Oh, that's what we need to find. R2 square divided by mass of the particle, that will be equal to 16. So from this we can say this is 4, 4 is 16, and here you will get the number 4. The 4 and the 4 will get cancelled, and we end up getting the answer R1 equal to R2. The radius is going to be the same. Clear? The particles will have the same radius. That means both are deflected equally. Both are going to be deflected equally. But just in case, I am telling you, if you had got the ratio, let's say R1 by R2, let's say, okay, as an example, let's say R1 by R2 was equal to 1 by 2. This would mean that radius of the second particle, you can see radius of the helium is going to be more. Clear? Radius of the helium is more, that means this is deflected lesser and this one would be deflected more. Clear? R1, the first particle would be deflected more and second particle would be deflected less. Clear? That's how we interpret it. Alright, moving on. Alright. A circular wire ABC and a straight conductor ADC are carrying a current I are kept in the magnetic field B considering point A and C. A very simple question actually. What is the force acting on, the comparison of force acting on ABC and AD, clear, ADC. What do we have to do? So well, the force acting on ADC is going to be, you can see the current is traveling, you can see current is traveling this way, should be this way. On the current, on this section of the wire, the current, so force acting on it will be equal to, F is equal to BIL. BIL. And in general, we can write F is equal to I into IBL sine theta. Clear? We have to write it as IBL sine theta. Alright, and what is the force acting on this? F is equal to, you can see the magnetic field and the rod are perpendicular, so hence the answer, the force acting on the ADC will be equal to BIL. What about the curved part? If you have a curved part in a magnetic field, if you have a curved part like this, in a magnetic field, let's say what was the expression given? ABC. And you can see the current carried by that is I. We have to take the effective length between the two ends. Take the effective length between the two ends, and hence the expression, you can see this length is also L, same as this one. So we can say the force expression is going to be once again BIL. But the currents are carried in the opposite direction, that means the force acting on this one will be opposite to this one. Currents are opposite directions, so force should also be in the opposite direction. Hence the magnitude, you can see it is same, direction is opposite. So force on ABC is equal to that of ADC. Magnitude wise is what they are asking. So you can see the answer is option 3. Okay. Alright, what about this one? Current I through a given cross section area varies as I is equal to 3 plus 2t, where I is the ampere, current in ampere. Okay, we have to find what is the charge passing through the cross section between time 0 and 2 seconds. How do you find the current? Well, how do you find the charge? We know charge is equal to integral of current into dt. So the expression is going to be, the current expression is going to be 3 plus 2t into dt. And this is going to be integral of, when we integrate this, you will get 3t plus 2t square divided by 2. 2 gets cancelled, and the limits that we have to apply is going to be 0 to 2 seconds. So what is the answer? This is going to be 6 plus 4, 2,
and the answer is going to be 8. And if I substitute 0 over here, you will get the entire expression 0. So the answer is going to be, did we miss something? Oh, sorry, this is going to be 4. T square, so 4, and hence our answer is going to be 10. 10 coulomb. Clear? Option 2. Clear? Alright, moving on to the next. Here. So, I'll be asking you a lot of questions on this. We will do everything that is related to this one. You can see it's a non-uniform cross-section area. Clear? And the expression of the current passing through this, we can say I is equal to NEAVD. Clear? I is equal to NEAVD. And current density is an expression that we write it as J is equal to I divided by area. This is the expression of the current density. Alright. Through a section like this, we can imagine this, we can compare this with current passing, water flowing through a pipe. For water flowing through a pipe, we have an expression called the equation of continuity, which says that amount of liquid entering the pipe is equal to amount of liquid leaving the pipe. That expression is this: dV by dt is equal to constant, and this dV by dt is written as A1 V1 is equal to A2 V2. I hope you understood. Clear? A1 V1 is equal to A2 V2, and you have a similar expression over here. Current is, you can say current is like the amount of charge entering per unit time. How much of a charge enters per unit time must be equal to the charge leaving per unit time under steady state. Okay, so the expression is going to be NEAVD, and you can see that dq by dt is proportional to area into the drift velocity. Clear? We can write it like this: area into drift velocity. Alright. Here the question is, what is the electric current density at the point P and at the point Q? So what does the electric current density depend on? We can see that electric current density J is equal to I divided by A. Clear? Current density J is equal to I divided by A. Current, you can see it is a constant. Clear? It only depends on the area. So J is inversely proportional to area of cross section. So what is the answer? So current ratio current density JP by JQ will be equal to area Q divided by area P. And what is the area Q? Here this will be equal to pi r square, and area P is going to be equal to pi into 4r square, and hence the expression is going to be 1:4. I hope you all understood that. We have to write the answer as 1:4. Alright, and based on this, they can always ask a question from this section, and you can see I can write the expression of current density also from here. That is I divided by A will be equal to NE into VD. So this is the expression of the current density, which is equal to NEVD. E is a constant, it will depend upon the drift velocity over here. We know drift velocity is inversely proportional to area. From there also we can actually end up getting the same expression. Clear? Alright. Number of electron per unit volume, that is actually dependent upon that depends on the nature of the conductor that we are having. Clear? For a given conductor, N is always going to be constant. Clear? Number of free electrons available per unit volume is a constant. E is the charge. Okay. So J is equal to NEVD. Alright. Okay, if the potential function is defined as V is equal to minus 3x plus 4y plus 12z, the magnitude of electric field is going to be equal to. What is the relation? We know that electric field is a conservative field. Clear? Electrostatic fields are conservative fields. So we can say electric field E is equal to minus dV divided by dr. Clear? Minus dV divided by dr, which we can expand and we can write dou V by dou x I cap plus dou V by dou y j cap plus dou V by dou z k cap. Clear? Dou V by dou z
k cap. And all right, this is the partial derivative along about the x-axis, partial derivative along the y-axis and z-axis. So we have the voltage function. So how do we write it? Well, E is equal to minus of dou v by dou x. If we differentiate this entire term with respect to x, remember x is the only variable, rest everything is a constant. So if I differentiate this, I will end up getting the answer minus 3 into 1, and the rest of the function will become 0, because this is y, this is z, the rest of the function will become 0 plus, and if I differentiate this term, you can see 4y, it will become 4, rest of the term will become 0. Since I am talking about electric field, I have to put the I cap here. Here I should write j cap, and dou v by dou z. If I differentiate this, I will get plus 12 k cap. And if you rearrange it, well, we have the answer 3 I cap minus 4 j cap minus 12 k cap. Clear? Question like this are often asked in the exam. So there you go. But they have asked what is the magnitude. So let us do one thing. Vector form would be this. Magnitude would be root of 9 plus 16 plus 144. And you can see 9 and 16 will give us 25. 25 over here, so 169. So the answer is going to be 13. Root of 169 would be 13. There you go. Option 4 would be our answer. Alright. Okay, moving on. Can you please try this question? The force of repulsion between 2 point charges is F when they are at a distance d apart. If the point charges are replaced by conducting spheres each of radius r and the charge remains same, then the force of the separation between the center of the sphere is d, then the force of repulsion between them is. Give it a try and please let me know in the chat box. Okay, I can see that many of them have actually answered it as 1. Okay, let me try. There are 2 charges, right? There are 2 point charges given. Others who have the answer, please make sure that you respond. There are 2 charges and they are repelling each other. They said they are repelling each other and they are separated by a distance of d. What's the force between them? Well, force is equal to kq square divided by d square. So far, so good. Now we are replacing them with a sphere. We are replacing them with a sphere. So when I put a sphere over there, and especially that's a conducting sphere. Clear? It's a conducting sphere. Conducting sphere, and we are throwing the same charges on that. If I put the same charges, what will happen is that technically conductor should actually put the charges everywhere equally. Clear? Then it would behave as if all the charges are sitting exactly at the center. Here also the same situation. If the charges are given to the conductor, all the charges will distribute equally everywhere and should be exactly at the center. They said only point charges, so I will write as Q1 and Q2. Clear? But remember, this is a conducting sphere. The neighboring charges and neighboring spheres can actually influence the charge distribution on the other. So this charge distribution can actually influence this charge distribution, and the opposite will also happen. So that would mean, since the charges are getting repelled over here, I can say that the charges will start accumulating at this little bit over here, and charges over here should start spending more time on this side of the sphere. Clear? So as a result, because of the repulsion, now you think about it, we had to take the center of mass location of this charge distribution. The center of mass of this charge distribution should be somewhere here.
not at the center. Clear? It should be at a little bit distance away from the center, and here also it's the same story. The center of mass of this charge distribution will be over here somewhere, and you can see effectively earlier we were calling this distance as d, and now you can see we have a distance that is r greater than d. So what happened? The force will be equal to F dash, which will be kq square by r square, and you can see r is greater than d, so F dash should be lesser than F. Clear? The force of repulsion between them should actually decrease. Clear? And what if the charges are attractive in nature? Then you will see that the charges are going to get attracted, right? And they will be starting, spending more time over here and over here, and you can see the effective distance between the two charges have actually decreased, and hence we can see that the forces are going to be more. Clear? The forces between them is going to increase because they have come closer. I hope you understood. This is a very little tricky case. Just be careful. That's it. Clear? The answer is going to be less than F. Clear? The answer is going to be less than F. Okay. Alright, here is another case. Two identical spheres having 16 microcoulomb and minus 8 microcoulomb are kept at a certain distance apart. Then the force is F. They are touched and again kept at the same distance, the force will become. Two spheres of same dimension, which is very important data. Radius r. One is having 16 microcoulomb and the other is having minus 8 microcoulomb. What is the force between them? Well, we can write it as k into 16 micro into 8 micro divided by r square. So far so good. This is the force in the first case. Now the two spheres are kept in contact with each other and then separated. If the two spheres are kept in contact with each other, then the force, the charges on them are going to be, so after keeping in contact, so I'll write after contact, I can say the charge on this one is going to be the charge on each one, Q1 equal to Q2. Let me say this is Q1 and this is Q2. This is Q1 dash and Q2 dash will be equal to Q1 plus Q2 divided by 2. Clear? We have to take the average. So you can see 16 minus 8, that will be 8 plus 8 divided by 2, that will be 4 microcoulomb, and here also plus 4 microcoulomb. And now we have to take the force between them. The force between them is going to be F dash, that is equal to K into 4 micro, that will be 16 micros square divided by r square. This is the separation is the same. So now you divide them. So we get this is F2. So what is F2 by F1? F2 by F1 is equal to r square is same, k is same in both the cases. So I will write it as 16 micro square divided by 16 micro into 8 micro. One of the 16 micro will get cancelled, and what remains is the other micro will also get, we will get the answer as 2. So you can see the forces. Did we miss something? (16) and 8, that will give us 8 and divided by 2, that will be 4 k 4 16 micro square divided by r square. Here it will be 16 micro square. Oh, I'm so sorry. That is okay in my mind. 16 micro square. I was thinking about the whole square. So this is going to be 16 micro into 8 micro. So micro square will get cancelled over here. 16 will get cancelled over here. We will get 1 by 8 over there. So the answer is going to be F by 8. F by 8. Here we go. Answer is F by 8. Alright. Okay. Alright.
Alright, let me give you an additional point over here. Let's say the spheres were not given having the same dimension. Clear? Let's say the spheres were not having the same dimension. Let's say this one is R1 and this one is R2. And the charge on this one initially is Q1, this one is Q2. What will happen when they are kept in contact? When they are kept in contact, that will be the second diagram. When they are kept in contact, they will exchange charge. This will become Q1 dash and this will become Q2 dash. Now what is the new charge configuration going to be? Q1 dash will be equal to Q1 plus Q2 divided by 1 plus R2 divided by R1. Clear? And Q2 dash is going to be Q1 plus Q2 divided by 1 plus R1 divided by R2. We can check this. We can check this out. Okay, initially they can see that they are having different charges. Their potential will also be different. Clear? This one will be having a different potential. This will also having a different potential. Later on, what happens? The charge exchange take place in order to make the potentials on both the sides same. So what is the new potential going to be? The new potential is going to be K Q1 dash divided by R1, and this one will be having a charge configuration that is K Q2 dash divided by R2. I hope you understood. K will get cancelled. You can see this is the expression. You can see Q1 dash by R1 will be equal to Q2 dash divided by R2. We know the charges are conserved, right? So that means initially whatever the charges were there will be the same as in the second case also. That means we can say Q1 plus Q2 will be equal to Q1 dash plus Q2 dash. Clear? And I want to know what is the Q1 dash one. So we can see Q2 dash from this expression will be written as R2 by R1 into Q1, and now I can substitute it over here. So I will get Q1 plus Q2 is equal to Q1 dash, this is Q1 dash, isn't it? Yeah. So we can see Q1 dash plus R2 by R1 Q1 dash. So you can take Q1 dash over here, remaining terms on the other side. So Q1 plus Q2 divided by, we can take Q1 dash outside, so what remains is 1 plus R2 divided by R1. And by common sense, you can say that Q2 dash will be again the same term, Q1 plus Q2 divided by 1 plus R1 divided by R2. I hope you all understood. Clear? This is how we have to do it. And the way I have solved the problem, you can see that I have used two things, that is conservation of charge. And why would the charge get exchanged? The reason is potential difference. Till the potential is same, the charges will get exchanged between the two conductors, and that's what we need to use over here. The potentials of the spheres must be the same. I hope you all understood. Clear? This is a very, 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 very important part. Okay. Alright. So they can always ask you questions like this. A is kept in contact with B, and then B is kept in contact with C. Make sure that if the spheres are same, then we can use the idea that Q1 plus Q2 by 2 expression can be used over here. But if one of the sphere is double than the other, then we have to rely on these ideas, and it will be great. It will be absolutely great if you can remember these formulas, because solving it in the exam hall would be a little tedious job. If as much as possible, if you can save time, it will be just great. Clear? So you can see. And if I put R1 and R2 same, you will get Q1 plus Q2 1 plus 1, that will be 2. Clear? Exactly what we got earlier. Alright. This is a very fundamental question that is asked over here. That is, in the following figure, if the magnitude of force between B and C is F, then the magnitude of force between A and B will be. Between B and C, the force is going to be K B C. The answer is K Q square divided by separation R square. And between A and C, oh, is it A and C? Force between A and B. A and B will be equal to
the expression is kq square divided by once again r square, because this distance is root 2. So that means this distance should also be r. Clear? R perpendicular, that will be giving us root 2. So you can see the forces are going to be the same. Clear? The answer is going to be 3F. The force between two charges never get affected by the presence of other charges. Clear? That's the concept behind this. Alright, moving on. 5 identical charges are kept at the corner of a hexagon. 5 identical charges are kept at the corner of a hexagon. And we had to find what is the magnitude of electric field at the center. We have to find what is the electric field at the center. We have charges kept at the 5 corners. So 1, 2, 3, 4, 5. Clear? 1 is left free. What is the electric field exactly at the center over here? And I think the sides are also given. This side is A. If this side is A, you can see if the hexagon, you can see that all the this angle is going to be 60 degree. That means this is actually an equilateral triangle. So this side is A, this side is A. I hope you understood. Every single side should be the same. And what is the answer going to be? Well, there are multiple ways to actually reach this answer. Well, I am going to take a journey like this. That is exactly this spot, the electric field because of plus q charge will be away this way, E. And because of this charge, the electric field at this spot will be the same in magnitude because charge is same and the distance is also same. That means it will form an electric field in this direction. These two electric fields will cancel each other. Same, because of this charge there will be an electric field in this direction, we will call it as E. And because of this charge the electric field will be in this direction and we will call it as E. These two will also cancel each other. This charge will produce an electric field in this direction and there is nobody over here to opposite. So that means the electric field at this spot will be only because of this charge, and that electric field is going to be K Q divided by the separation over here, that will be A square. Clear? So the answer is going to be 1 by 4 pi epsilon naught Q by A square, option 1. Clear? Oh no, not option 5, not option 5. Clear? The answer is option 3. Electric field is a vector quantity. So we have to be very careful that these electric fields have to be respected about its direction. You can see they are in the opposite direction, right? I hope you got it. So I told you that there are other methods also we can use in order to solve this question. Let me let me show you that. One more way to actually handle this question. Let me ask you, if there were charges at every single place, every single corner, can you tell me what is the net electric field exactly at the center? What do you think is the net electric field exactly at the center if there were charges at every single corner? What is the answer? If there were charges everywhere, just like the way I have given, can you tell me what is the electric field exactly at the center going to be? I hope you can see that the answer should be actually 0, right? Exactly at the center the answer is going to be 0. So now think about this. If I remove this charge, what do you think is the electric field over here? Because of all the other charges, that must be equal. See, the electric field at this spot must be equal as opposite to the electric field because of this charge, because the net electric field has to be 0. So whatever is the electric field created by this charge, it will be in this direction, and that value would be KQ divided by A square. So the remaining charges should create the same exact electric field in the other direction, same exact, only then the net electric field at this spot is going to be 0. So I hope you understood, the electric field over here will be, because of all the 5 charges that you see over here, should be equal to KQ by A square. Clear?
it will be same as that of this particular point charge. Okay, that's how we have done it. All right. And if I ask you the same question with a square, I can go with a square and ask you the same question. If there are charges at the three corners and this is the distance, let's say the side is equal to A, what is the electric field exactly at the center because of these three charges? If I had a fourth charge over here, you would have said the electric field exactly at the center should be equal to absolutely 0. So that means these three charges altogether must be producing an electric field over here which should be equal and opposite to the electric field created by this charge. And now find out what is the electric field created by this charge over here. Please be careful about the distance. Side is A, the diagonal is root 2A. This distance is going to be A by root 2. So the electric field is going to be KQ divided by the distance, that will be A square divided by 2. The expression is going to be 2KQ divided by A square. I hope you understood. Clear? This is how we have to do it. Alright. 2 point charges plus 4Q and plus Q are separated by a distance R. Where should a third point charge be placed so that the whole system remains in equilibrium? Quite important. Clear? You can expect these type of questions. Plus 4Q and Q, they are separated by a distance R. Okay, and we are keeping another charge somewhere in between these two charges so that the entire system is in equilibrium. Now think about it, the charge where I am going to keep a plus Q charge over here. Clear? I am going to keep a plus Q charge over here. Where should I keep it? Should I keep it closer to small q or should I keep it closer to the bigger q, like that is 4Q? Should I keep it closer to 4Q or should I keep it closer to small q? Where do you think I should keep this charge so that that charge is in equilibrium? Where do you think? Closer to small q or closer to 4Q? Where do you think I should be keeping it? I should be keeping it at a place where the net electric field is 0, because then only the force acting on that charge is going to be 0. Anyone with the answer? Where do you think I should be keeping the charge, capital Q, so that the charge plus Q is going to be in equilibrium? Should it be closer to small q or closer to 4Q? The answer is very good, very good. The answer is going to be closer to smaller charge. Clear? It should be somewhere here, closer to small q, because this will produce a stronger electric field. And you can see as the distance increases, stronger electric field will become a little weaker, and this is already weaker charge will produce a weaker electric field. So both the electric field becomes weaker and equal and opposite, and they will cancel each other. So that's the plus q charge. Now this distance we can say it is x, and the remaining distance we can keep it as r minus x. The question is, for the entire system to be in equilibrium, what should be the distance at which we should keep the charge? So you can see all of them are small, most of them are actually small q that they have given. So I will call this distance as x and the remaining as r minus x. How do we find the answer? In order to find the equilibrium of the entire system, we should not be taking equilibrium of plus q. If you start taking it, the things would get cancelled. You will not be able to get the value of x. So what we need to do is, see, remember what was the question? They said the whole system should be in equilibrium. If the entire system is in equilibrium, that means this charge should also be in equilibrium. So what I am going to do is, I am going to find the net force acting on this charge. Now think logically. Q and 4Q, they will repel each other, and the force between them is going to be, on this one force will be this way because of this charge, repulsion, and because of this charge it cannot be repulsion. Clear? It cannot be repulsion, it has to be attraction only. So I cannot call this as plus q charge, it should be a negative charge. Clear? Only then there will be attraction over here, and only then the net force will be cancelling each other, and there you go. So what is the force between these two charges? There will be K
4q square divided by the total separation, that is equal to r square, and that is equal to the force between these two charges, that will be q k into qq divided by x square. K small q, and that's it. 4q by r square is equal to capital Q by x. Oh, okay. We wanted only the distance, right? I'm so sorry. We wanted only the distance over here. With this method, we can only find the value of capital Q. Now for a moment I just got distracted. We have to find the distance x. So fine. There is nothing wrong here. That x is equal to, we can say it is going to be the small one charge will be there, q divided by r square into x square. Fine. We have to find the value of x over here. So what we will do is, we will find the equilibrium of minus q charge. Clear? Minus q charge. For distance, we have to take the equilibrium of this charge. So what is the force acting on this charge? That will be 0, because there will be attraction between these two, and there will be attraction between these two also. So what is the force between these two charges? That would be equal to k4q into capital Q divided by r minus x the whole square is equal to k capital Q small q divided by x square. These two will get cancelled, k will get cancelled. What remains is 4 divided by r minus x the whole square is equal to 1 divided by x square. And then let's rewrite it. We will get the expression that 2x is equal to, see, I am squaring on both the sides. Square will go, taking square root on both the sides, square will go, 4 will become 2. And then I am cross multiplying it. So 2x r minus x, and then I will get 3x is equal to r, x is equal to r divided by 3. Clear? The x value is r divided by 3 from small q. So the answer is option 2. Clear? R divided by 3 from q. And if I want the value of capital Q, what I can do? I can just substitute it over here, right? Capital Q value will be equal to, that could be a possible question, right? So I can substitute r square divided by, you will get r square divided by 9 divided by r square gets cancelled. So capital Q is equal to 4 by 9 q. Anyway, I would have actually done this, to find the capital Q value. So for distance, please remember, for the distance we will take the equilibrium of the charge kept at the center, that is the capital Q, and for the value of the charge Q, we have to take the equilibrium of the small q. Clear? Alright. And this is a very a little common question in the JEE exam. Alright then. I can see that people have also answered that question very well. Electric field is given by so and so. Find the electric flux through a surface area 20 unit lying in the xy plane. Alright, the surface area lies in the xy plane over here. So how do we do this? If the area is 20 unit lying in the xy plane, we know that we can treat the area as a vector quantity. Clear? Area is a vector quantity where the direction of the area vector will be always, can you please tell me what is the direction of area vector? Is it along the x axis, is it along the y axis, is it along the z axis? What do you think the answer is? What do you think is the direction of the area vector? Okay, here we go. Area vector is, see, if I take a surface, let's say I take a surface like this. If this is the area,
the area vector is going to be perpendicular to the surface. Clear? It is often called as, the area vector is often called as the outward normal. Area vector is outward normal. I said outward normal. This is a very important word. Outward normal. It should be perpendicular to the surface. It should be outward. Since it is a flat surface over here, we can't say that which one is outward, which one is inward. Correct? No. So outward, it could be like this. It could be like this also. Clear? Like this also. This is also, it's a flat surface. We never know which is the outside part. But if I am taking a closed material, for example, let's say I am taking a cylinder like this. Clear? The area vector is going to be like this, outward normal. On the curved surface, the area vector would be like this. On this side, no, area vector will be like this. On this side, the area vector will be like this. I hope you understood. We have a choice over here. The others, if it's a flat surface, we can't make a choice. We can see that, the flat surface, the area vector can be perpendicular this way and the other way also. That means if it's a flat surface, you can take any direction you want. Clear? Any direction you want. If they don't specify it, like if it's a flat surface, you take always the positive one. Clear? Area 20, you can see it is the z axis, so that means this is going to be k cap plus k cap. Clear? Plus k cap. And now you can see electric field is given over here, electric flux will be. Simple, flux is equal to electric field dot area vector. What I prefer always to do is, like, whenever the electric field is given in vector form, I try to write the area also in vector form. And then I take a dot product between them and I will easily get the answer. So I don't have to stress much over here. So electric field and area vector. Electric field you can see is 2i cap, 3i cap plus 2j cap plus 6k cap. Take a dot product with 20 k cap. So I dot k, j dot k, everything becomes 0. K dot k is 1. So that means I have to multiply only with 6k and 20k. So if I multiply, I will get the answer as 120 unit. Okay, this is the answer. I hope you're very clear about how to take the area. Clear? For all these surfaces, how we have to take the area. I hope this is very clear. Alright, so the answer is option 4. Okay, alright. Alright, here is an interesting question. Can you tell me what is the dielectric strength of vacuum? In practical cases, in problems and all, what do we write for the dielectric strength of vacuum? What do you think is the dielectric strength of vacuum? Can you tell me what is the answer? It's something that you should remember. Dielectric strength of vacuum. Okay. Vasudev has, is it Vasudev? Yes, Vasudev have answered 0. Okay, there are a few answers. Daniel has answered 1. Epic 1. Easy. Martin and Reshma has answered 1. Most of them have answered the answer it as 1. Dielectric constant, dielectric strength of vacuum is infinity. Clear? There is no atoms or molecule over here. So you can see that, if there are two plates, one plus and the other is minus, if there is a vacuum in between, there is no way these two can communicate. Clear? If there is a vacuum, absolute vacuum over here, for all the problems and all, we have to take the value as infinity, not k equal to 1. The answer is going to be k equal to infinity. Clear? We don't have any atoms or molecules, anything over here. Clear? I hope you understood. This is very important. Clear? Please don't forget it. Okay. A point charge plus Q plus 6 microcoulomb is placed at a distance of 20 centimeter directly above the center of the square of side 40 centimeter. The magnitude of the flux through the square is.
We are taking it as 0? No. I don't think we are taking it as 0. We are taking it as infinity. A point charge of plus 6 microcoulomb. Okay, alright, I just confirm this. Alright, can you please, try to solve this question? A point charge of plus 6 microcoulomb is placed at a distance of 20 centimeter directly above the center of a square of side 40 centimeter. The magnitude of the flux to the square is. Alright, a point charge of plus 6 microcoulomb is kept at a distance of 20 centimeter. This is a plus 6 microcoulomb. Let's say it is kept at a distance of 20 centimeter from the side of a square. Clear? Square of the side of the square. The square has a side of 40 centimeter. Clear? 40 centimeter. We have to find what is the flux coming out of this one, which is passing through this area. Clear? How do we do this? See, normally whenever they give you questions like this of square and all, it should be, you should be able to fit this inside a cube. Clear? If you take a cube like this, you should be able to fit that, so let me show you how it works. Okay, excuse me. This is the side view, and here we have a charge of plus 6 microcoulomb, and this distance is equal to 20 centimeter, and this side you can see is 40 centimeter. 40 centimeter. So you can see that clearly this charge is sitting exactly at the center of a cube. I hope you understood. Clear? It's exactly sitting at the center of the cube. Clear? And this is equal to cube. Alright. So this is the case. So what is the answer? Can you tell me what is the flux passing through the square? What is the flux passing to the side? The answer is going to be flux is equal to, what is the flux to the entire cube? The flux to the entire cube is going to be Q by epsilon naught. Clear? Flux is equal to Q by epsilon naught. So what is the flux through one face? What do you think is the flux to the one single face over there? What is the answer? Can I say it is going to be, you tell me, what do you think is the flux through one face going to be? The flux through one face is going to be, there are how many faces? How many faces are there? There are 6 faces, right? There are going to be 6 faces. So we can say flux through one face is going to be 1 by 6 of this total flux. So flux to the face is going to be Q by epsilon naught. Q is going to be 6 micro divided by 6 epsilon naught. So the answer is going to be 10 to the power minus 6 divided by epsilon naught. I hope you understood. Clear? 10 to the power minus 6 divided by epsilon naught. In a hurry, please don't mark as 1 by epsilon naught. Clear? Please do not mark it as 1 by epsilon naught. Very careful. Whenever you get a question where they ask you what if the charge is kept and the phase is given and we have to find the flux, well, the answer is going to be, you can see that we can imagine it like a square and the charge is kept exactly at the center of the square and you can solve the problem. Okay, alright, very good. Okay.
Which of the following is true for dielectric for the electric flux through a Gaussian surface? So I want you people to try go through this part of the question and tell me what is the answer that you get. Which of the following is true for electric flux through a Gaussian surface? It depends on magnitude of the charge enclosed by the Gaussian surface. That we know that for the core concept is that whatever the flux passes through the surface is going to be definitely depend upon the charge that is inside. Second, electric flux is a scalar quantity. That also we know it's a scalar quantity. So these two are correct, and the electric flux is independent of the shape of the Gaussian surface. That is also true, right? It doesn't matter if it is a sphere over here or a crazy shape surface like this. It doesn't matter. The answer is going to be all are true. Okay, all right. And what I can see is that the what Akash has actually given for the expression in the book that I am referring. And what they have given is the value of the dielectric strength for vacuum as infinity. And again, I guess there is what I remembered was k is equal to 1, to be frank. And when I checked it out, it was given as k is equal to infinity, which I am a little surprised also. But again, all right, let's see. Okay. And the find the magnitude of dipole moment of the following system, because I remember if it is a k is equal to air or vacuum air, in that case we write k is equal to 1. Clear? That is the reference that is given, and we often write air or vacuum as k equal to 1. So I would like to stick with I am also finding it a little hard to accept that for the vacuum they have given it as infinity. In physics and when I entered with the chat GPT also, that also gave the expression as k equal to infinity. For most of the physics cases, they said it is infinity, and and for k equal to infinity, for vacuum, they have given in practical cases, this is about 10 to the power 12. The value is actually quite high in such cases. In that case also they have given 10 to the power 12 to 10 to the power 10, that's the value that they have given for practical cases. So metal has infinity, yes, exactly, metal has infinity. And okay, now I would say that well, it is a little okay, there was a reasoning also. Okay, let's see. Alright, let me see. Find the magnitude of dipole moment of the following system. What is the net dipole moment of this system? Can you tell me how many dipoles do you see over here? And by the way, you people are right, for metal it is infinity. Yeah, for metal it is infinity. We are talking about a k value, the dielectric constant value. Can you tell me how many dipoles do you see over here? How many dipoles are there? How many dipoles are there? Can I say there are, I'm waiting for the answer. How many dipoles do you see? Or maybe you don't see a dipole at all. That is also fine. Just let me know if you don't see any dipole. 2 dipoles, very good. There are 2 dipoles, I can see that you have practiced.
this minus phi q can be split into 2. Oh, I understand, right? No dipole at all. Okay, that is, we can split the dipole into 2. Like, this I can write, this charge configuration I can write minus 4q and minus q, minus 4q and minus q. So the minus q over here will form one dipole, and this plus minus 4q, the minus 4q over here will form another dipole. I hope you understood. There are two dipoles over here. You can see the net charge is going to be 0. Clear? Net charge is equal to 0. So definitely we have dipoles over there. And you can see these are forming part of a triangle. Clear? These are forming part of a triangle. And minus q and plus q, we can see dipole moment is always directed from negative to positive. I hope you understood. Clear? Here in this direction. So this is one dipole which is equal to q multiplied by separation between them. So q into a, and the dipole moment for this one is going to be in this direction. P2 is equal to the charge is going to be 4q. 4q multiplied by the separation between them, which is equal to a. And so we can see they make an angle of 60 degree. And so how do you find the net resultant? Net dipole moment is going to be root of p1 square plus p2 square plus 2p1 p2 into cos 60. So we have qa the whole square plus 4qa the whole square plus 2 into qa into 4qa into cos 60. What is cos 60? I hope you know that it is equal to 1 by 2. Clear? Cos 60 is half. This will get cancelled. And what we have is qa, we can take it outside. And what remains inside would be 1 plus 16 plus 4 qa. So we get the expression as root 21 qa. Clear? Root 21 qa. That would be our answer. Okay, root 21 qa. Okay, root 21 qa. Which of the following is true when a dipole is placed in a non-uniform electric field? Okay, a dipole is, we have to look at the possibilities over here. Clear? We have a non-uniform electric field. Non-uniform electric field. What are the possibilities here? Clear? What are the possibilities here? That's what we need to try over here. So can you tell me what are the possibilities? Which of the following is true when a dipole is placed in a non-uniform electric field? Net force on it is equal to 0. Here you can see it's a non-uniform electric field. Okay, non-uniform electric field. I can say roughly, at this particular location, here the electric field is a particular value, here the electric field is a particular value. You can see that, electric fields have different values over here. So can you just check what do you think is the probable and a very good answer over here? Which of the following is true when a dipole is placed in a non-uniform electric field? Which is the best answer that we can give here? Can we ever say the torque must be 0? That is not true, right? We cannot say that. Net force on it is equal to 0. That's a statement that, like net force is 0. Is it possible? The answer is no. The answer should be option 2. Torque may or may not be 0. Clear? It may rotate, may not rotate. For example, if I keep a dipole over here, minus q and plus q like this, it may not rotate because, it will not rotate because one force will be this way, one force will be this way, and you can see these two forces have the same line of action. Clear? This may be getting dragged in that direction, but it will not rotate. Clear? Torque will be absolutely 0. Wonderful.
In any region, if the electric field is defined as E is equal to I cap plus 2j cap plus k cap, the potential difference between the 2 points A and B in that region is. What is the formula that we use? Earlier we had done a similar question, not the same, similar question. Potential difference is equal to minus of integral of E vector dot dr vector. It is the same thing that we have done earlier, that earlier we wrote E is equal to minus dv divided by dr. I hope you remember, equal to minus dv by dr. That we have rearranged and integrated it, and hence we got. This is actually potential difference. Clear? Please remember, potential is meaningless. What is important is potential difference. Clear? This is potential difference. So let us integrate it. So what do we get? Integral of I cap plus 2j cap plus k cap into dr vector, and dr vector I can say it is equal to, remember, dr vector we can write it as dx I cap dy j cap plus dz k cap. Clear? So we can write dx I cap dy j cap plus dz k cap. So when we take a dot product, we will get integral of dx I cap. So I cap that will be 1. So integral of dx will be x plus integral of 2 dy will be 2y. Integral of this would be z. And the integration limit, you can see that they have given separately for x, y and z. X, y and z, they have given the limit. So here we have to put the limit. For the x we had to take, x changes from 0 to 2. 0 to 2. Y changes from 0 to 3. And z changes from 0 to 4. So what is the final answer here? That is going to be 2 plus 2 into 3, that is going to be 6, then plus 4, and the answer is going to be 12. Clear? Clear? The answer is going to be 12. All right. I hope that's clear. I remember a similar question. That is, electric field, they have given it as x I cap, I'm sorry, not x I cap, they have given it as y I cap plus x j cap. Clear? They have given the expression electric field is equal to y I cap plus x j cap, and they were asking the question, what is the potential difference going to be? We are going to use the same equation again, that is, potential difference is equal to minus of integral of y I cap plus x j cap, then we take a dot product with the dx I cap plus dy j cap. Clear? This is what we do. Clear? And then we will write it as minus. When you take a dot product, you will get it as y dx will be, well, if I integrate it, you will get y dx plus you will get x dy. Correct. Now the question is like, how do we handle this particular part? This is a previous year JEE Mains question. So, and I want you people to know this. Clear? And what do we get over here? You will get minus of integral of y dx x dy. Can I write it as d into xy? Clear? I can write it as d into xy. That is like dxy will give us x into dy plus y into dx. Clear? We can write it like this. We can differentiate it in this manner. So if I integrate this particular part, what is integral of dx? I hope you understood. The answer is x, right? Same thing, integral of dx of y, and that is going to be equal to xy. I hope you understood. Clear? This is how it is written. So please be careful. This is an additional note that I am giving you. Mark it, very important. Okay, all right. Alright, electrostatic potential energy of the system shown over here.
we have to find what is the potential energy of the system. How do we find the potential energy of the system? Potential energy of the system would mean we have to take all possible energies over here. Clear? All possible energies. That is, you can see between these two there will be energy. You can see there is interaction between them. I am talking about interaction energy. Clear? When they ask you this electrostatic potential energy, they are talking about interaction energy. This is called interaction energy because there are two types of energy. One is called the self energy and the other is interaction energy. They are talking about interaction energy because these two charges interact and there will be energy between them. So what is the answer? So total potential energy is equal to, we have to think about all possible combinations over here. What are the possible combinations? These two are one combination, these two are another combination, these two are another combination, right? So what is the combination? This combination, you can see one of the, whenever you write potential energy, the expression is given by K, Q1, Q2 divided by R. We have to use this equation with the sign convention. If it is plus, you have to put plus, minus, minus. Clear? With the sign convention strictly. Clear? If both the charges are minus, 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 it will become plus. Both the charges are plus, then it will be plus itself. And one of them is negative, the potential energy becomes negative. Please be very, very, very careful. So U is equal to, if you take these two charges, the answer is minus K Q square divided by, well, the separation is A. There you go. Similarly, one more combination is there like that, minus KQ square by A square. So I will write into 2 here. And then there is two positive charges over here. So there is plus KQ square divided by A. And if you solve this, you will get the answer as minus KQ square divided by A. Please be very careful. There you go. The answer is minus KQ square divided by A. And this is a rule that you should always know, remember, that is, whenever you're solving a problem and you end up with the answer, that is, let's say you got the answer is plus 4, okay, and in the option, if you're looking, in the option, if you see a minus 4 over there, please go through the answer once again to confirm whether you have missed a minus sign or not. We have to rectify always this silly mistake, and unless you correct it, it won't be there, you can't deal with it. So I hope you understood that. Please, you can see this is a minus KQ square by A. We can see, we can confirm it. The answer is definitely minus KQ square by A. Alright. So whenever there is a plus answer and a minus answer, always take another look. Make sure that you haven't missed the negative sign. Okay. On a similar note, let me ask you another question. That is, let's say if I have a cube or something, clear, cube, and there are charges at the corners over here. Okay, all are positive. No, let's say all are positive charges. You have to tell me how many combinations are possible here. How many combinations are possible? Because that many potential energies will be there. That many interaction will be there. The number of interaction will be equal to the number of potential energies that we end up having. For example, these two are one interaction. These two can be an interaction. These two can be an interaction. Clear? Actually it's so wild. So can you tell me how many combinations are there? Make a guess. How many combinations are there? There is a side combination. Only 3 combination. Oh my God. That's so less actually, isn't it? 2 less. See, this is one interaction. There is an interaction here. 2, 3. Like that, how many interactions are there? "28. Wonderful, very good. 28 interactions are there. The sides, if you think about the sides, there is 1, 2, 3, 4. 4 sides. And then 5, 6, 7, 8. 8. And then 1, 2, 3, 4. I hope you understood. We counted all the edges. Clear? So if you count all the edges, you will be seeing that there are 12 of them. Correct? That's 12. And then we have the diagonal.
phase diagonal. You know, if you take this as the phase and a phase diagonal, one combination here, there are two combination on a single phase. Clear? So phase diagonal. Phase diagonal, can you tell me a single phase has two diagonals? Clear? A single phase has two diagonals. Clear? Single phase has two diagonals. So how many faces are there? It is not as complicated as you think actually. You know, it's not very complicated as you think. In a single phase, there are two combinations. Like how many phases are there? 6. So the answer is 6 into 2. That will be again a 12. Clear? And then the longest diagonal, you can see this charge with this one combination. You can imagine yourself, you know, you are sitting, must be sitting in a room. You can think about the longest diagonal. One diagonal like this, another diagonal like this, one diagonal like that, and one diagonal like that. Clear? There are 4 of them like that. So long diagonal, there are 4. So 12, 24 plus 4, 28. Clear? So the total potential energy we can write, this is how it is going to be. If the side is A, clear? If the side is A, and see, don't get overwhelmed with the question, you know, the toughness of the question or something, and it is quite fine that, you know, sometimes question can be like this also. So we have to be prepared at all the levels, right? So what is the potential energy of the system? So this, because of the side combination, that is this, the charges, to two equal charges are separated by a distance of A. So the answer is going to be KQ square divided by A. How many are there? 12 plus, and then there is a phase diagonal, clear? Phase diagonal like this, that would be 12, and that will be KQ square divided by this. What is the distance between the two the diagonal edges? That will be equal to root 2a. So I will write root 2a here, plus the longest diagonal. The longest diagonal will be equal to 4. You can see the longest diagonals are 4. So 4 into KQ square by, and please remember, for a cube like this, the distance between this end and this end is going to be root 3a. So the answer is going to be root 3a over here. Clear? This is the answer. Okay. This is the answer. Okay. All right. I hope you understood this. We had to take all possible combination. That was the whole story, we know, behind this. Okay. Yeah. This is going to be root 2a. Right? Correct. All right. Next. Next is a charge of 5 nanocoulomb is uniformly distributed on a ring of radius 4 cm. Find the potential at the axis at a distance 3 cm from the center. Charges are uniformly distributed everywhere on the ring, and the distance, the radius is equal to 4 cm, and the distance from the center to that edge is 3 cm. Correct. And what is the potential? And you know, we have the charges plus q over here. Can you tell me what is the potential at this point? Potential is going to be one formula, that is V is equal to, see, every single charge is sitting at the same distance from the point P. I hope you understood that. This is how the ring is kept. Clear? And here is the axis. From that point to the any edge of the ring, if you take the distance is the same. So this distance is what I am talking about. This distance. This is what I will call R. Potential is a scalar quantity. So the distance is same. The total charge is Q. Potential is going to be K Q divided by R. Clear? That is equal to 9 into 10 to the power 9, and the charge is equal to 5 nanocoulomb, which is 10 to the power minus 9, divided by the distance. This is 3 cm, this is 4 cm, so obviously this is going to be 5 cm, right? So the answer is going to be 5 into 10 to the power minus 2, 5 gets cancelled, 10 to the power minus 9 gets cancelled, 10 to the power minus 2 goes upstairs, this will become 900 volt. Okay. All right.
Can you tell me what is the answer if the charges were non-uniformly distributed? Can anyone tell me what is the answer if the charges were non-uniformly distributed everywhere? Do you think the expression is going to be the same, the value of the potential is going to be the same, or do you think the value is going to be different? Will the answer be the same or will the answer be different? Correct, the answer is option 3, 900 volt. Can you tell me, will the answer be same or will the answer be different if the charges were non-uniformly distributed? Oh, very good. I like the reason what Vaishnav has actually given. Still same because the distance doesn't vary from the point. That's right. That's right. Very good. And there are other people who have answered right. I think Krishna has answered correctly. All right. Very good. Very good. The answer is same. The answer is same because even if the distribution is non-uniform, even if the distribution is, let's say charges are only here and here it is very less. Clear? Very less. Even in that case, every single charge is at the same distance from the point P. So, potential is a scalar quantity, so we just have to add all the potentials, so we will end up with the same answer. This question has also appeared before. They have asked if the charges are non-uniformly distributed, what is the potential? Okay, but electric field cannot be the same. Okay, if it is non-uniformly distributed, then the electric field would be different because it's a vector quantity. This is a scalar quantity. Okay, that's the basic difference between them. All right, can you tell me which is the right statement here? The surface of any charged conductor is an equipotential surface. When a conductor is earth, charge always flows from conductor to earth. Electrostatic field inside the conductor is 0. Electrostatic potential throughout the volume of the conductor is constant. Which statement is wrong? Which statement is wrong here? Correct. Correct. I'm just waiting, few more seconds, for you people to answer. The answer is option 2 is the wrong statement. Surface of any charged conductor is an equipotential surface, clear? And electrostatic field inside a conductor is 0, that also you should be knowing. Electrostatic potential throughout the volume of the conductor, anywhere you take on the conductor, potential has to be the same valued, clear? Same value. So the answer is, when a conductor is earth, charge flows from the conductor to earth. It can flow the other way also, earth to conductor also. Sometimes it may not flow. If the potentials are same, if the potential of the sphere is 0, then the charge will not flow also. Clear? I hope you understood. Clear? There are so many cases over here. So all the options, if you verify, this is only part of the answer. Clear? All right. Oh, here we go. Another very interesting question. Air-filled parallel plate capacitor having circular plates of diameter d. They have a diameter d. Clear? They have a diameter d, and we have to find what is the force between the two. How do we find the force? Listen very carefully. One plate will be having a charge of plus q, the other plate will be having a charge of minus q. Correct? No? And there will be definitely an electric field between them. What is the electric field contributed by one plate alone, a single? Remember, it's an infinitely large sheet of plate actually, infinitely large. These distances are very close to each other. That means, these are considered as infinitely large. Okay. If that is the case, can you tell me what is the electric field because of a very large sheet of charge? Well, the electric field expression is written as sigma. Remember, what is the electric field because of an infinitely large sheet of charge? The expression is E equal to sigma by 2 epsilon naught because of one charge plate. Clear? One charge plate. This will also produce a similar electric field. So, net electric field becomes sigma by epsilon naught. Clear? Sigma by epsilon naught. Alright.
sigma by epsilon naught. So what is the answer? Now you can see that force experienced by a plate or any charge is written as Q into electric field. Clear? So now listen very carefully. This must be producing an electric field. This must be producing an electric field, and this charge is sitting in the electric field contributed by this plate. Once again, this charge, that is minus Q, this plate charge is sitting in the electric field created by this charge plate, and that electric field is sigma by 2 epsilon naught, only by this one, and the force experienced by this plate, we know force is equal to charge into electric field. So charge on that plate where we are finding the force, and electric field is created by the neighbor, clear, QE, and hence we can write force is equal to the charge. We know the charge is Q. Don't put the sign convention, because we know in which direction the force will be. Q into electric field. Electric field, can I say sigma is charge divided by area. So can I say 2a epsilon naught? Sigma is charge by area, clear? So we can write this as Q divided by 2a epsilon naught, and this is going to be Q square by 2a epsilon naught. Yeah, Q square divided by 2a epsilon naught. They have given that these plates are circular, clear, circular in shape, with the diameter is given as capital D. Area we know is pi r square, which we can write as pi d square divided by 4. And now I can just substitute in that. So F is equal to Q square divided by 2 into pi d square divided by 4, that will go upstairs, into epsilon naught. So we get 2 here. So force is equal to 2q square divided by pi epsilon naught into capital D square. So that is option 3. Correct, no? Is 3 or 4? Oh, I'm so sorry. It's 4. Not 3, sorry, it is 4. 2q square. 2q square by pi epsilon naught d square. Clear? I hope this is very clear. Why we use such equation, mark it important and please study this. Okay? Alright. Moving on. What is the new capacitance of the capacitor over here? What is the capacitance of the capacitor? You can see that, these are the plates. Please be careful, these are the plates. And these are the plates. We can divide this into, try to divide this. You can see that we can divide it into 1, 2 and 3. There are 3 capacitors over here. We can divide into 3. So one like this, one plate over here, one plate over here, another plate over here like this. 2 dielectric, here it will be K1, K2 and K3. Clear? You can see 2 capacitors are connected in series and one is in parallel. So when they are connected in series, the effective capacitance is going to be 1 by C effective. I'm adding these two, okay, they are in series. So the answer is 1 by C effective is 1 by C1 plus 1 by C2. And what is 1 by C1? 1 by C1 would be 1 divided by C1. What is C1? C1 is equal to K1 epsilon naught A divided by D by 2. D by 2. And C2 is also the same expression, K2 epsilon naught A divided by, I am saying that this is going to be A, this is also going to be A. Clear? Let's see, the total area is 2A. They haven't given any value or anything, so we can take what we want. So we know we will take it as A. And when I substitute it, I will get K1 epsilon naught A divided by, on the top we will get D by 2. Reciprocal we have to take. Similarly, D by 2 divided by K2 into epsilon naught A. And what is the C effective, the final C effective?
I can take the common terms outside, so I will get 2 epsilon naught A, and in the bracket I will get 1 by K1 plus 1 by K2, 1 by K2. So 1 by C effective, which we can write C effective is equal to, I am not talking about the final answer, so D into this expression would be K2 plus K1, K1 K2, which I can write here K1 K2 by K1 plus K2. We can put the numbers over here, so it will be much more simpler, I feel. C effective, first case, and then this effective has to be added with this one. So the final answer C effective dash will be equal to 2 epsilon naught A divided by D into K1 K2 by K1 plus K2 plus this capacitance, that will be K3 epsilon naught A divided by D. Clear? This would be the answer. All you had to do is just substitute the values over here and you should be able to comfortably get the answer. So what is the answer that you are getting? So I can just tell you the answer, you can do the calculation. You can try doing the calculation. The answer should be actually option 3. Clear? You will get the answer as option 3. Okay, please check it out. Alright, moving on. Alright, in the situation shown, potential difference across the cell of smaller EMF is. We have to find what is the EMF across the smaller cell. How do we solve this? Look at this. Do you think the current should be going in the clockwise direction, clockwise or anti-clockwise? Do you think the current should be in the clockwise direction or anti-clockwise direction? Look at the diagram and tell me. The answer is going to be, you can see this is the stronger cell, right? The current should be decided by the stronger cell over here. So the direction of the current should be stronger. Who's the stronger one over here? This one, right? The current would be decided by this one. So anti-clockwise. Anti-clockwise. And what is the current going to be? So we can use the KVL rule over here. Clear? I have imagined that sometime it won't be easy for you to determine because the internal resistance will also play a role over here. So what we can do in these situations is like, we can assume that the current is traveling like this and then you can apply the KVL rule over here. So if you apply the KVL rule, let me start from this spot. You can see I am going in the direction of the current. So the answer is going to be minus I, and then I am going from negative to positive of the cell, so plus 10 volt. Then I am going from positive to negative, so minus 2. So minus 1, that will be I, and then I am traveling through the, so minus 2I, and that is equal to 0. Clear? Like this we can do it. So I is equal to, you can, okay. So what is the total charge? That will be minus 4I, and here you will get is equal to, no, I think it is plus 8 is equal to 0. So current is equal to 2 ampere. I hope you understood. Clear? Current is equal to 2 ampere. And what do we want? We want the potential difference across the smaller cell. And you are right. You can see that, I have assumed that the current is this direction and I got the answer as plus. So that would mean I want to know what is the potential difference over here. You can see current is entering. If I got plus, that means I am right about what I have taken the direction as. The current is entering over here. You can see the current is entering the cell. That means it is getting charged. So the expression is E plus I into small r. What is EMF? That will be equal to 2 plus 2 into the internal resistance. So the answer is going to be 4. Clear? That's the answer. Okay, this is the last question. In the situation shown, each cell has EMF 4 volt and internal resistance 1 ohm.
maximum power that can be delivered to the load resistance RS. Maximum power. For maximum power, we had to say the condition is small. The R effective must be equal to the external resistance R. Yeah, R effective must be equal to the external resistance R. And what is the R effective? You can see everyone has 1 ohm resistance over there. So R effective is going to be 4 ohm. That will be the capital R. And the expression of power we can say is equal to V square divided by capital R. Clear? We can because we are talking about the power delivered in the external load over here across this one. So what we can do, V square by R. What is V square? The total voltage you can see each one is 4. So that is going to be, we can add them up. For 4 is 16 squares, or we can say 16 into 16 divided by the resistance 4. 4 4s are, so the answer is going to be 64. Clear? There you go, that's it. So thank you everyone. Alright then, see you people, and all the best for your upcoming exam. Thank you. ഹലോ ഡി സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസൊക്കെ അവസാന ഘട്ടങ്ങളിലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇന്ന് ഫുൾ ഡേ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ എല്ലാവിധ ആശംസകളും. എക്സാം എല്ലാവരും നന്നായിട്ട് എഴുതുക. അപ്പോൾ നല്ല റിസൾട്ട് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഫിസിക്സിൻ്റെ ഡിസ്കഷൻ്റെ കണ്ടിന്യൂഷനായിട്ട് അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ എല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ അപ്പോൾ നമ്മൾ ഈ ലൈവ് കാണുന്നില്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന ക്വസ്റ്റ്യൻ ചെയ്യുമായിരിക്കും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് പഠിച്ച് എല്ലാവർക്കും നല്ല റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. There are 2 points A and B on the extended axis of a short bar magnet. Their distances from the nearest poles are x and 2x respectively. The ratio of magnetic fields at points A and B will be. നമ്മുടെ ഇതിലൊരു ഷോർട്ട് ബാർ മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ ഷോർട്ട് ബാർ മാഗ്നറ്റിൻ്റെ ആക്സിസിൽ ഇപ്പോൾ 2 പോയിന്റുകൾ, ഇപ്പോൾ എക്സ്റ്റെൻഡഡ് ആക്സിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്സിസാണ്. അപ്പോൾ ആക്സിസിൽ 2 പോയിന്റുകൾ എ ബി കൺസിഡർ ചെയ്തു. അപ്പോൾ എയിലെയും ബിയിലെയും ഫീൽഡുകളുടെ റേഷ്യോ ആണ് നമുക്കറിയാം. അപ്പോൾ ആ റേഷ്യോ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ തൊട്ട് മുൻപ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഡിസ്കഷൻ നടന്നു അല്ലേ. നമുക്കറിയാം ബാർ മാഗ്നറ്റ് ഈസ് ഇക്വലൻ്റ് മാഗ്നറ്റിക് ഡൈപോളാണ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രിക് ഡൈപോൾ പഠിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഫീൽഡ് ഇലക്ട്രിക് ഡൈപോൾ മാഗ്നറ്റിക് ഡൈപോൾ കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ നമുക്കറിയാം ആക്സിൽ പോയിന്റ് ആണെങ്കിൽ ഷോർട്ട് ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ബി ഈസ് ഈക്വൽ ടു μ0/4π into 2m/r³ എന്ന്. അപ്പോൾ ഇവിടെ ബി പ്രപ്പോർഷണൽ ടു 1/r³ വരും. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് എ ആൻഡ് ബിയുടെ റേഷ്യോ എടുക്കണം. അപ്പോൾ ബി എ ഡിവൈഡഡ് ബൈ ബി ബി ഈസ് ഈക്വൽ ടു 1/r³ പ്രപ്പോർഷണൽ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ റെസിപ്രോക്കൽ റേഷ്യോ വരും RB/RA². ആർ എ എന്ന് പറയുന്നത് എക്സ് എന്നും ആർ ബി എന്ന് പറയുന്നത് 2x എന്ന് തന്നിരിക്കുന്നത് അല്ലേ. അപ്പം സിമ്പിളാണ്, 2x ഡിവൈഡഡ് ബൈ x². അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 8.
അപ്പോൾ അവർ ആൻസർ ഈസ് ഓപ്ഷൻ 1 8:1. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, കമ്പയർ ചെയ്തിട്ടൊക്കെ പഠിക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റിക്സും കുറേ ഇക്വേഷൻസും ഒക്കെ സിമിലാരിറ്റി ഉണ്ട്. അപ്പം പഠിക്കുന്ന സമയത്ത് എക്സാം ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ആ സിമിലാരിറ്റിയൊക്കെ പെട്ടെന്ന് മനസ്സിൽ വന്ന് പഠിക്കുക, ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. A bar magnet has coercivity of 50 ampere per meter. In order to demagnetize the bar magnet, it is placed inside a long solenoid with 20 turns per centimeter. Then the current that must flow through the solenoid is. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഹിസ്റ്ററിസിസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തു. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്തൊരു മാക്സിമം വന്നു, സാച്ചുറേഷൻ എന്ന് പറയും. അപ്പോൾ ആ സാച്ചുറേഷൻ എത്തിയതിന് ശേഷം നമ്മൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസ് ചെയ്ത് 0 ആക്കി. അപ്പോൾ അപ്ലൈഡ് ഫീൽഡ് 0 ആകുന്ന സമയത്ത് മെറ്റീരിയലിനകത്ത് മാഗ്നറ്റൈസേഷൻ മൂലം ഒരു ഫീൽഡ് റിട്ടൈൻ ചെയ്യും. അപ്പോൾ നെറ്റ് ഫീൽഡ് ഇൻസൈഡ് ദി മെറ്റീരിയൽ നോട്ട് ഈക്വൽ ടു 0 ആണ്. മനസ്സിലായല്ലോ? ഹിയർ അപ്ലൈഡ് ഫീൽഡ് ഈസ് 0, but magnetic field resultant value inside the material is 0 due to some magnetic field retaining in the magnetic field material. അതിനെയാണ് നമ്മൾ കോയേഴ്സിവിറ്റി എന്ന് വിളിക്കുന്നത്. ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ റെറ്റൻറ്റിവിറ്റി എന്ന് വിളിക്കും. മാഗ്നറ്റിക് ഫീൽഡ് റിട്ടൈൻ ചെയ്യാനുള്ള കഴിവിനെ റെറ്റൻറ്റിവിറ്റി എന്ന് വിളിക്കും. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് റിട്ടൈൻ ചെയ്യുന്നത് കൊണ്ട് ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അതിൻ്റെ ആദ്യം അപ്ലൈഡ് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്താലേ തീർച്ചയായിട്ടും മെറ്റീരിയലിനകത്തെ ഫീൽഡ് 0 ആക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദി മെഷർമെൻറ്റ് ഓഫ് കോയേഴ്സിവിറ്റി. എത്ര എക്സ്റ്റേണൽ ഫീൽഡ് ഓപ്പോസിറ്റ് ടു ദി അപ്ലൈഡ് ഫീൽഡ് കൊടുത്താൽ മാഗ്നറ്റൈസേഷൻ ഡിമാഗ്നറ്റൈസേഷൻ നടത്തി മാഗ്നറ്റിക് ഫീൽഡ് 0 ആക്കാൻ പറ്റുമോ, ദാറ്റ് ഈസ് കോൾഡ് കോയേഴ്സിവിറ്റി. എനിവേ, ആ കോയേഴ്സിവിറ്റിയുടെ ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് തന്നിരിക്കുന്നത് 50 ആംപിയർ പെർ മീറ്റർ. നമ്മളതിനെ H എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യും. അപ്ലൈഡ് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര ഉണ്ടെങ്കിൽ ആ മെറ്റീരിയലിനകത്തെ ഫീൽഡ് 0 ആക്കാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം H 50 ആംപിയർ പെർ മീറ്റർ. ആ Hൻ്റെ ഇക്വേഷൻ എന്തുവാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു സോളിനോയിഡിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ μ0 ni ആണ്. അപ്പോൾ Hൻ്റെ ഇക്വേഷൻ ni വരും. അപ്പോൾ ni ഈസ് ഇക്വൽ ടു 50. അപ്പോൾ നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ് അത് μ0 ni. അപ്പോൾ B ബൈ μ0 ആണ് നമുക്ക് n ഇൻറ്റു i. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ n ഇൻറ്റു ഐയുടെ യൂണിറ്റ് ആംപിയർ പെർ മീറ്റർ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്ലൈഡ് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി ആയിട്ട് വരുന്നതെന്ന് ഓർത്തിരുന്നോണം. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കറണ്ട് i ആണ്. i ഈസ് ഇക്വൽ ടു 50 ബൈ n. n എത്രയാണ്? 20 ടേൺസ് പെർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു സെൻറ്റിമീറ്ററിലുള്ള നമ്പർ ഓഫ് ടേൺസ് 20 ആണ്. അപ്പോൾ ഒരു മീറ്ററിലെ കാണാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 100 എടുക്കണം. ഇപ്പോൾ 20 ഇൻറ്റു 100 ശരിയല്ലേ? അപ്പോൾ നമുക്ക് 5/2 2.5 100 മുകളിൽ വരുമ്പോൾ 10⁻². അപ്പോൾ 2.5 ഇൻറ്റു 10⁻² ആംപിയർ വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. മനസ്സിലായല്ലോ? അപ്പോൾ കോയേഴ്സിവിറ്റി റെറ്റൻറ്റിവിറ്റിയുടെ പ്രത്യേകതകളൊക്കെ ഒന്ന് പഠിച്ചതൊക്കെ ഓർമ്മയിൽ വെച്ചോണം. പിന്നെ ഹിസ്റ്ററിസിസ്, മാഗ്നറ്റിക് ഹിസ്റ്ററിസിസിൻ്റെ ഒക്കെ പ്രത്യേകതകൾ നമുക്കറിയാം. അപ്പോൾ അത് ആര് മാത്രമേ കാണിക്കത്തുള്ളൂ? ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലും പാരാമാഗ്നറ്റിക് മെറ്റീരിയലിനും എന്തില്ല? നമുക്ക് ഹിസ്റ്ററിസിസ് ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്. 2.5 ഇൻറ്റു 10⁻². മനസ്സിലായല്ലോ? നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. A bar magnet of magnetic moment M is placed in a uniform magnetic field B. It is rotated from position of stable equilibrium to unstable equilibrium. What is the work done by the external force in doing so? അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഒന്ന് പെട്ടെന്ന് ചെയ്തിട്ട് ആൻസർ പറയാമോ? കാരണം ഇലക്ട്രോസ്റ്റാറ്റിക്സിലും മാഗ്നറ്റിസത്തിലും കോമൺ ആയിട്ട് മാഗ്നറ്റിക് ഡൈപോൾ ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഡൈപോൾ ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്തിട്ട് പഠിക്കും, കാരണം രണ്ടും ഏകദേശം സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് പറയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന. ഇനിഷ്യലി ബാർ മാഗ്നറ്റ് ഈസ് ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇവിടെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും ഇതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ അതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ അവിടെയാണ് പൊട്ടൻഷ്യൽ ചേഞ്ച് മിനിമം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അവിടെ ആൻസറൊക്കെ ഓപ്ഷൻ ഒക്കെ അവിടെ പറയുന്നുണ്ട്. കൊള്ളാം, ഗുഡ്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുപോയി. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ എമ്മും ബിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
അത് എം ബി ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. അപ്പോൾ അത് വരുന്നത് നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി മാഗ്നറ്റിക് ഡൈപോൾ മൈനസ് എം ബി കോസ് തീറ്റയാണ്. വർക്ക് ഡൺ ബൈ ദി എക്സ്റ്റേണൽ ഏജൻസീസുകളുടെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഇനിഷ്യൽ ആംഗിൾ തീറ്റ 1 ഫൈനൽ ആംഗിൾ തീറ്റ 2 ആണെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എടുക്കുമ്പോൾ ഒരു മൈനസ് കൊണ്ട് ശ്രദ്ധിച്ചോണം പൊട്ടൻഷ്യൽ എനർജിയിൽ. അപ്പോൾ അതിൽ നമുക്ക് എം ബി ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2 കിട്ടും. ഇപ്പോൾ എം ബി ഇൻറ്റു ഇനിഷ്യലി ഇത് പാരലലാണ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡും എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് മൊമെൻറ്റ് പാരലാണ്. അപ്പോൾ തീറ്റ 0 വരും. തീറ്റ 2 എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ കോസ് 180 വരും. കാരണം അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ആൻഡ് ഫീൽഡ് ആർ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ഇപ്പോൾ കോസ് 0 1 ആണല്ലോ. അപ്പോൾ എം ബി ഇൻറ്റു 1 മൈനസ് കോസ് 180 മൈനസ് 1. ഇപ്പോൾ 1 മൈനസോ മൈനസ് പ്ലസ് 1 1 പ്ലസ് 1 2 വരും. 2 എം ബി വരും. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ പറഞ്ഞെല്ലാം ശരിയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്, 2 എം ബി. കൊള്ളാം. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. 2 bar magnets of equal magnetic moment M are placed as shown in figure. Find the net magnetic moment of the system. അപ്പോൾ നമുക്ക് മാഗ്നറ്റിസം മാറ്ററിൽ കുറേ മാഗ്നറ്റിൻ്റെ അറേഞ്ച്മെൻറ്റുകൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ എന്നിട്ട് റിസൾട്ടൻ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് കാണാൻ ചോദിക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് കാണാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം മെത്തേഡ് സെയിം ആണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്കറിയാം അറേഞ്ച്മെൻറ്റ് നോക്കിയിട്ടേ നമ്മൾ ശ്രദ്ധിക്കാവുള്ളൂ. മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് എ വെക്ടറാണ്. അപ്പോൾ ആ ഡയറക്ഷൻ നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇവിടെ സൗത്ത്, ഇവിടെ നോർത്ത്. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് ഡയറക്ഷൻ എങ്ങോട്ടായിരുന്നു? സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഡയറക്ഷൻ സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്. അത് എം എന്നെടുക്കാം. ഇപ്പോൾ രണ്ടുപേരുടെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് സെയിം ആണെന്ന് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് ഇത് സൗത്തും നോർത്തും. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അഗെയിൻ സൗത്ത് ടു നോർത്താണ്. അപ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ അറേഞ്ച്മെൻറ്റ് നോക്കിക്കോണം. മാഗ്നറ്റിക് മൊമെൻറ്റ് ഇങ്ങോട്ടും എടുത്താൽ ആൻസർ തെറ്റിപ്പോവും. ഇവിടെ സൗത്ത് നോർത്ത് ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് സെക്കൻഡ് മാഗ്നറ്റ് ഈസ് ടുവേർഡ്സ് റൈറ്റ് ആയിരുന്നു. ബട്ട് ഹിയർ സൗത്ത് ആൻഡ് നോർത്ത് ആർ റെപ്രസെൻറ്റഡ് ഹിയർ. സോ മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത് ടുവേർഡ്സ് ലെഫ്റ്റ്. So if we consider the direction of magnetic moments, one magnetic moment is towards left and another is like this, and this angle is 60 degree. So this is one magnetic moment and this is another magnetic moment. Sorry. അപ്പോൾ നമുക്ക് ഈ ആംഗിളാണ് മാഗ്നറ്റിക് മൊമെൻറ്റുകൾ തമ്മിലുള്ള ആംഗിൾ വിച്ച് ഈസ് തീറ്റ. മനസ്സിലായല്ലോ? അപ്പോൾ രണ്ട് മാഗ്നറ്റിക് മൊമെൻറ്റുകൾ തമ്മിലുള്ള ആംഗിൾ തീറ്റ. തീറ്റ എത്രയാണ്? ഇത് 60 ആകുമ്പോൾ തീറ്റ ഈസ് ഇക്വൽ ടു 180 മൈനസ് 60 120. സോ ആംഗിൾ ബിറ്റ്വീൻ ദി മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഈസ് 120 ഡിഗ്രി. അപ്പോൾ നിങ്ങൾ ആൻസറൊക്കെ അവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ചിലർ അവിടെ ഓപ്ഷൻ മാറിപ്പോയതിൻ്റെ ഒരു പ്രശ്നം ഈ ആംഗിൾ 60 എടുത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചോണം. ഇനി ഇവിടെ ഒരു വെക്ടർ സമ്മാണ് റിസൾട്ടൻ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ്. അത് എം ഡാഷ് എന്ന് എടുത്താൽ മാഗ്നറ്റിക് മൊമെൻറ്റ്സുകൾ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ അവർ നമ്മൾ ആംഗിൾ തീറ്റയാണെങ്കിൽ 2m കോസ് തീറ്റ ബൈ 2 ആണ് മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ റിസൾട്ടൻ്റ് വാല്യൂൻ്റെ ഇക്വേഷൻ. നമുക്കറിയാം ജനറലി വെക്ടർ അഡീഷൻ്റെ ഇക്വേഷൻ ഇഫ് എ ആൻഡ് ബി ആർ ദെയർ ആൻഡ് തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം, റിസൾട്ടൻ്റ് ഈസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഹിയർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്ടേഴ്സ് ആർ ഈക്വൽ, that is a and b are equal, then that equation reduces to some 2a cos theta by 2. Vector subtraction ആണെങ്കിൽ that reduces to 2a sin theta by 2. അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ 2m ഇൻറ്റു തീറ്റ എത്രയാണ്? 120. അപ്പോൾ cos 60 എന്ന് പറയുന്ന cos theta by 2 cos 60 വരും. cos 60 1/2 ആണ്. അപ്പോൾ 2m ഇൻറ്റു 1/2 m വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സൗത്തും നോർത്തും ശ്രദ്ധിക്കാതെ ആംഗിൾ 60 ഡിഗ്രി എടുത്തായിരുന്നെങ്കിൽ ആൻസർ √3m ഓപ്ഷൻ 2 കിട്ടിയാണ്. അപ്പോൾ നമ്മൾ ഫൈനലി എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കെയർഫുൾ ആയിട്ട് വായിച്ച് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 short bar magnets of length 1 centimeter each have magnetic moment 1.1 and 1 ampere meter square respectively. They are placed on a horizontal table parallel to each other with their north poles pointing towards the south. They have the common magnetic equator and are separated by a distance of 20 cm. The value of the resultant horizontal magnetic induction at the midpoint O of the line joining their centers is close to. Horizontal component of Earth's magnetic field is given.
അപ്പോൾ നമുക്ക് ഇവിടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് റെപ്രസെൻ്റ് ചെയ്താൽ ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. നമുക്കറിയാം എർത്തിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ BH ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത്. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ബേസിക്കലി ഉള്ള പ്രത്യേകതകളൊന്നും നോക്കി വെച്ചേക്കണം. അതായത് BH ഹൊറിസോണ്ടൽ കോമ്പണൻ്റ്, BV വെർട്ടിക്കൽ കോമ്പണൻ്റ്, ഡിപ്പ് ആംഗിൾ തീറ്റ. അപ്പം BH ഇസുകളുടെ B കോസ് തീറ്റ, BV ഇസുകളുടെ B സൈൻ തീറ്റ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ റെപ്രസെൻറ്റേഷൻ നോക്കുക. ഇനി 2 മാഗ്നറ്റുകൾ നമുക്കുണ്ട്. അവരെ വെച്ചിരിക്കുന്നതിൻ്റെ അറേഞ്ച്മെൻറ്റും നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങോട്ടാന്ന് നോക്കിയേ, ദേ ആർ പ്ലേസ്ഡ് സച്ച് ദാറ്റ് വിത്ത് നോർത്ത് പോൾസ് പോയിൻറ്റിങ് ടുവേർഡ്സ് ദി സൗത്ത്. ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് എർത്തിൻ്റെ സൗത്തിലേക്ക്, ഇങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ്. ഇനി അവിടുത്തെ ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവരെ കണക്ട് ചെയ്തൊരു ലൈൻ വരച്ചാൽ ഈ മിഡ് പോയിന്റിലെ ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഇവർ നമ്മളെ സെപ്പറേഷൻ 20 ആണ്. അപ്പോൾ ഓരോരുത്തരിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് 10 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ഇവിടെ ആരുടെയൊക്കെ ഫീൽഡാണ് ഉള്ളത്? ഈ 2 മാഗ്നറ്റുകളുടെ ഫീൽഡുണ്ട്, പിന്നെ എർത്തിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ഓഫ് ഫീൽഡും ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ഈ നോർത്ത് സൗത്ത് കൺസിഡർ ചെയ്താൽ ബാർ മാഗ്നറ്റ് ഓർ മാഗ്നറ്റിക് ഡൈപോൾ അതിൻ്റെ ഇക്വേറ്റർ റീജിയനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ്, ഇത് ഇക്വേറ്റർ റീജിയനാണ്. ഇക്വേറ്റർ റീജിയനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് ഫ്രം സൗത്ത് നോർത്ത്. സോ ഹിയർ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു മാഗ്നറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ്. അപ്പോൾ ഇതിൻ്റെ ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്, ഇതിൻ്റെ ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. അപ്പോൾ ഈ മാഗ്നറ്റുകളുടെ ഫീൽഡുകൾ ആഡ് ചെയ്യപ്പെടും. B1 + B2. BH എങ്ങോട്ടാണ്? എർത്തിൻ്റെ സൗത്ത് ടു നോർത്താണ്. അത് ഈ ബാർ മാഗ്നറ്റുകളുടെ ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിലല്ലേ, അപ്പോൾ അതുകൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നെറ്റ് ഫീൽഡ് ഈസ് B1 + B2 + BH. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പോൾ 2 ബാർ മാഗ്നറ്റുകളുടെ ആക്സിയൽ ഫീൽഡുകൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്, അത് ബാർ മാഗ്നറ്റിൻ്റെ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്, എർത്തിൻ്റെ അല്ല. അപ്പോൾ അത് B1 B2 ഒരേ ഡയറക്ഷനിൽ മുകളിലേക്ക് വന്നു. ഇവിടെ എർത്തിൻ്റെ BH എർത്തിൻ്റെ സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്. അപ്പോൾ എല്ലാ ഫീൽഡുകളും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ റിസൾട്ടൻ്റെ ഫീൽഡ് B = B1 + B2 + BH. പിന്നെ നമുക്കറിയാം ഇക്വേറ്റർ ഫീൽഡ് എടുക്കുമ്പം ബാർ മാഗ്നറ്റിൻ്റെ ലെങ്ത്ത് 1 സെൻറ്റിമീറ്ററും ഈ സെപ്പറേഷൻ 10 സെൻറ്റിമീറ്ററും. അപ്പോൾ നമുക്ക് അതിനൊരു ഷോർട്ട് ബാർ മാഗ്നറ്റ് ആയിട്ട് അങ്ങ് എടുത്താൽ മതി. ആൻസറിൽ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ബാർ മാഗ്നറ്റ് ഷോർട്ട് ബാർ മാഗ്നറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇക്വേറ്റർ ഫീൽഡ് എന്ന് പറയുന്നത് μ0/4π × m/r³ ആണ്. അപ്പം μ0/4πr³ 2 പേർക്കും കോമൺ ആണ്, കാരണം r 10 ആണ്, ഇൻറ്റു m1 + m2 + BH. μ0/4π എത്രയാ? 10⁻⁻⁷, കാരണം μ0 ഈസ് 4π × 10⁻⁻⁷. സോ 10⁻⁻⁷. ആറിൻ്റെ വാല്യൂ 10 സെൻറ്റിമീറ്റർ. അപ്പോൾ 10 × 10⁻⁻2 ദാറ്റ് ഈസ് ഇക്വൽ ടു 10⁻⁻1 മീറ്റർ വരും. അപ്പോൾ r³ എന്ന് പറയുന്നത് 10⁻⁻⁻³ 10⁻⁻3. m1 m2 എത്രയാ? 1.2 ആൻഡ് 1 ആണ്. സോ 1.2 + 1 2.2 വരും. പ്ലസ് BH നമുക്കറിയാം എത്രയാ? 3.6 × 10⁻⁻5. അപ്പോൾ നമുക്ക് 10⁻⁻7 / 10⁻⁻3 10⁻⁻4 × 2.2 പ്ലസ് ഇത് നമുക്ക് 0.36 × 10⁻⁻4 എന്ന് എടുക്കാം. 10⁻⁻5 ഒരു 10⁻⁻4 എടുത്താൽ, ഇപ്പോൾ -1 എടുത്താൽ 0.36 × 10⁻⁻4. അപ്പോൾ ഇവിടെ 2.2 + 0.36 വരും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ 2.56 × 10⁻⁻4. അപ്പോൾ നമുക്കതാണ് ആൻസർ വരുന്നത്. 2.56 × 10⁻⁻4. യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് Wb/m². സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 വരും. മനസ്സിലായല്ലോ. നമുക്കറിയാം 6th ക്വസ്റ്റ്യൻ. ദി മാസ് ഓഫ് എ സ്പെസിമെൻ ഓഫ് എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് 0.2 kg and its density is given. If the area of the hysteresis loop of alternating magnetizing field of frequency 50 Hz is 2.2 in MKS system, then the hysteresis loss per second will be. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു, അത് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ മെറ്റീരിയലിന് മാഗ്നറ്റൈസേഷൻ മൂലം ഫീൽഡ് ഉണ്ടാവും.
അപ്പോൾ ആ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്ത് മാക്സിമം വരും. അതിനുശേഷം നമ്മൾ ഡിക്രീസ് ചെയ്ത് 0 ആക്കിയാൽ, എക്സ്റ്റേണൽ ഫീൽഡ് 0 ആക്കിയാൽ മെറ്റീരിയലിനകത്ത് ഫീൽഡ് നോൺ സീറോ ആണ്. അപ്പോൾ നമ്മൾ ആ ഫീൽഡ് 0 ആക്കാൻ വേണ്ടി ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കണം. അത് ആദ്യത്തെ ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. വീണ്ടും നമ്മൾ ഫീൽഡ് കൂട്ടിയാൽ റിവേഴ്സ് ഡയറക്ഷനിൽ മാഗ്നറ്റൈസേഷൻ നടക്കും. വീണ്ടും റെറ്റൻറ്റിവിറ്റി ഉള്ളത് കൊണ്ട് എക്സ്റ്റേണൽ ഫീൽഡ് 0 ആക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ മീഡിയം 0 അല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പ്രോസസ്സ് ഒരു തവണ റിപ്പീറ്റ് ചെയ്താൽ നമുക്കൊരു ക്ലോസ്ഡ് ലൂപ്പ് കിട്ടും. അപ്പോൾ അതിനെ ഹിസ്റ്ററിസിസ് ലൂപ്പ് എന്ന് കിട്ടും. ആ ഹിസ്റ്ററിസിസ് ലൂപ്പിൽ നിന്നൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഹിസ്റ്ററിസിസ് ലൂപ്പിൻ്റെ ഒരു ലൂപ്പിൻ്റെ ഏരിയ കണ്ടാൽ എനർജി ലോസ് ഇൻ യൂണിറ്റ് വോളിയം ഓഫ് ദി മെറ്റീരിയൽ ഇൻ 1 കംപ്ലീറ്റ് ഹിസ്റ്ററിസിസ് സൈക്കിൾ കിട്ടും. നമുക്ക് ടോട്ടൽ എനർജി ലോസ് കിട്ടത്തില്ല. ഒരു ഹിസ്റ്ററിസിസ് സൈക്കിളിൽ യൂണിറ്റ് വോളിയത്തിലുള്ള എനർജി ഡെൻസിറ്റിയാണ് കിട്ടുന്നത്, എനർജി ലോസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ എനർജി ലോസ് യു ലോസ് എന്ന് എടുത്താൽ നമ്മൾ ജനറലി ചെയ്യേണ്ടത് ഏരിയ ഓഫ് വൺ ലൂപ്പ്, ഏരിയ ഓഫ് വൺ ലൂപ്പ് വിൽ ഗിവ് the energy loss per unit volume of the material. So to find the total energy loss in one complete cycle, we should multiply it with volume of the object. This will give the energy loss in one complete cycle. But the frequency of hysteresis is given. Therefore, we should multiply with the number of hysteresis cycles to obtain the total energy loss. This is a general equation. Area of one loop into volume of the object into number of hysteresis cycles. Here area of one unit in MK system. അപ്പോൾ നമ്മളതിനെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാതെ 2.2 തന്നെയാണ്. അപ്പോൾ 2.2 കാരണം അവിടെ മീറ്റർ കിലോഗ്രാം സെക്കൻഡ് തന്നെയാണ് യൂണിറ്റ് വരുന്നത്. SI സിസ്റ്റത്തിലും അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ 2.2 വരും. വോളിയം ഓഫ് ദി ഒബ്ജക്റ്റ് കാണാൻ മാസ് ഉണ്ട്, ഡെൻസിറ്റി ഉണ്ട്. ഇപ്പോൾ മാസ് ബൈ ഡെൻസിറ്റി 0.2 ഡിവൈഡഡ് ബൈ 4.4 ഇൻറ്റു 10⁻3. അപ്പോൾ അതാണ് വോളിയം. നമ്മളോട് ഹിസ്റ്ററിസിസ് ലോസ് പെർ സെക്കൻഡ് ആണ് ചോദ്യം, ഒരു സെക്കൻഡിലെ എനർജി ലോസ്. അപ്പോൾ നമുക്ക് മാഗ്നറ്റൈസിങ് ഫീൽഡിൻ്റെ ഫ്രീക്വൻസി ഉണ്ട് 50 ഹെർട്സ്. അപ്പോൾ പറയേണ്ട ആവശ്യമില്ല, ഒരു സെക്കൻഡിൽ 50 ഹിസ്റ്ററിസിസ് സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇൻറ്റു നമ്പർ ഓഫ് ഹിസ്റ്ററിസിസ് സൈക്കിൾസ് ഇൻ 1 സെക്കൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി. അപ്പോൾ അത് 50 വരും. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു 0.2 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്. അതെടുത്താൽ നമുക്കിവിടെ 2 വരും. 2.2 ഇൻറ്റു 4.4 ആണ്. അപ്പോൾ 4.4 4.4 പോകും. അപ്പോൾ 5 ഇൻറ്റു 10⁻³ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ 5 ഇൻറ്റു 10⁻³ ജൂള്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 വരും. അപ്പോൾ നമ്മൾ ഹിസ്റ്ററിസിസിൻ്റെ പ്രത്യേകത വെച്ചിട്ട് എനർജി ലോസ് ഒക്കെ ചോദിച്ചാൽ ഈ ഇക്വേഷൻ ഓർത്തിരുന്നോണം, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7th ക്വസ്റ്റ്യൻ. എ ഫ്ലക്സ് ഓഫ് 1 milliWeber passes through a strip having an area 0.02 meter square. The plane of the strip is at an angle of 60 degree to the direction of uniform magnetic field B. The value of B is. നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇലക്ട്രിക് ഫ്ലക്സും മാഗ്നറ്റിക് ഫ്ലക്സും ഒക്കെ കാൽക്കുലേഷൻ ജനറലി സിമിലർ ആണ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ തൊട്ട് മുമ്പേ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ കാൽക്കുലേഷനൊക്കെ പഠിച്ചല്ലേ, അപ്പോൾ അതിന് സിമിലർ ആണ് ഇവിടെ. അപ്പോൾ നമുക്കറിയാം, ഒരു പ്ലെയിൻ സർഫസ് നമുക്ക് തന്നാൽ അതിൻ്റെ സർഫസ് ഏരിയ ഇസ് എ വെക്ടർ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദി സർഫസ്. ഇത് ഇങ്ങനെയാണെങ്കിൽ ഏരിയ വെക്ടർ ഈസ് നോർമൽ ടു ദി സർഫസ്. ഇപ്പോൾ ഇത് ഏരിയ വെക്ടർ. അപ്പോൾ നമുക്കിവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അത് ബി. ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് യൂണിഫോം. ആൻഡ് ഇഫ് തീറ്റ ഈസ് എ ആംഗിൾ ബിറ്റ്വീൻ magnetic field and area vector, then flux phi is equal to BA cos theta. That is the equation. Phi is equal to BA cos theta. Then what about the angle theta here? Can you say theta is the angle between area vector and the magnetic field? Here area vector is perpendicular to the surface. And then what about theta in our question? Can you say? ഒന്ന് പറയാമോ? ഇപ്പോൾ ഇവിടെ തീറ്റയുടെ വാല്യൂ എത്രയാണ്? ആംഗിൾ ബിറ്റ്വീൻ ഏരിയ വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് തീറ്റ. ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദി പ്ലെയിൻ ഓഫ് ദി സ്ട്രിപ്പ് ഓഫ് പ്ലെയിൻ ഓഫ് ദി സർഫസ് ഈസ് അറ്റ് ആൻ ആംഗിൾ 60 degree ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ആൻഡ് വാട്ട് അബൌട്ട് തീറ്റ?
Okay, here if we consider the plane of the surface, that makes an angle, okay, as you said, it is definitely 30 degree, 60 degree with the magnetic field. Plane of the surface magnetic field 60 degree. അപ്പോൾ magnetic field ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ 90 മൈനസ് 60 30 ഡിഗ്രി വരും. ഇപ്പോൾ ക്വസ്റ്റൻ ഒക്കെ വായിക്കുമ്പോൾ കെയർഫുൾ ആയിട്ട് വായിക്കണം. ഇപ്പോൾ നമ്മളോട് തീറ്റ 60 ഒക്കെ ഇട്ടാൽ ആൻസർ തെറ്റിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഫ്ലക്സ് നമുക്ക് തന്നിട്ടുണ്ട് 1 മില്ലി വെബർ. അപ്പോൾ 1 ഇൻറ്റു 10⁻⁻3. Magnetic field we have to find. Area is 0.02, that is 2 into 10⁻². Theta is 30 degree. So cos 30 will be there. Cos 30 is √3/2. That is the answer. So 2 is cancelled. 10⁻³ and 10⁻² is cancelled. So 10⁻⁻1. So B is equal to 10⁻⁻1/√3. Option നോക്കിയാൽ മതി. 10⁻⁻1/√3 nearly 0.058. So answer is option 2. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തീറ്റ 60 ഡിഗ്രി എടുത്താൽ കോസ് തീറ്റ 1/2 കിട്ടും. ബി 0.1 ഓപ്ഷൻ 1 കിട്ടും. നിങ്ങൾ ചിലരുടെ ഓപ്ഷൻ അവിടെ 0.1 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിളൊക്കെ ശ്രദ്ധിച്ചെടുക്കണം. യൂഷ്വലി നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഫ്ലക്സ് ബി എ കോസ് തീറ്റ ആംഗിൾ 60 എന്ന് ക്വസ്റ്റിനകത്തുണ്ട്. തീറ്റ 60 എടുത്ത് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി അവിടെയുണ്ട്. അപ്പോൾ അവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ പ്ലെയിൻ ഓഫ് ദി സർഫസ് ആൻഡ് ഫീൽഡ് ഇറ്റ് ഇസ് അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി. ഏരിയ വെക്ടർ ഈസ് നോർമൽ ടു ഫീൽഡ്. തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഏരിയ വെക്ടർ ആൻഡ് മാഗ്നെറ്റിക് ഫീൽഡ്. സോ തീറ്റ ഈസ് 90 മൈനസ് 60 ഡിഗ്രി 30 ഡിഗ്രി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോൾ. അപ്പോൾ എല്ലായ്പ്പോഴും ഫൈനൽ എക്സാമിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തുവാ, നമുക്ക് അറിയത്തില്ലാത്തത് കൊണ്ടല്ല പലപ്പോഴും ക്വസ്റ്റ്യൻ തെറ്റുന്നത്, ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുത്തുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ കണ്ട് മനസ്സിലാക്കി ഒഴിവാക്കണം. ഓക്കെ, നമുക്ക് അടുത്ത 8th ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ സ്ക്വയർ ഫ്രെയിം വയർ ഓഫ് സൈഡ് എൽ ആൻഡ് റെസിസ്റ്റൻസ് ആർ മൂവ്സ് ഇൻ ഇറ്റ്സ് പ്ലെയിൻ എന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ ഈ വൈയുടെ ആവശ്യമില്ല. മൂവ്സ് ഇൻ ഇറ്റ്സ് പ്ലെയിൻ. ദ യൂണിഫോം വെലോസിറ്റി ബി പെർപെൻഡിക്കുലർ ടു വൺ ഓഫ് ഇറ്റ്സ് sides. A uniform and a constant magnetic field be exist perpendicular plane of the loop. The current induced in the loop is. അത് സിമ്പിൾ ആണ്. പറയാമോ, ഒരു സ്ക്വയർ ലൂപ്പ് ഓഫ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഇൻ എ യൂണിഫോം പെർപെൻഡിക്കുലർ മാഗ്നെറ്റിക് ഫീൽഡ്. then what is the induced current in the loop? That is the question. As you said, the answer is definitely option 4. It is 0. Why? Here area of the loop in the magnetic field is not changing. Magnetic field is not changing. Orientation of the loop is not changing. Therefore flux associated with the loop is constant. So change in flux is 0. So induced EMF in the loop is 0. Therefore induced current is 0. So here magnetic flux associated with the loop is constant. So net EMF of the loop is 0 and induced EMF 0 ആണെങ്കിൽ കറണ്ട് 0 ആണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, പിന്നെ നമ്മൾ PQRS എന്ന് റെപ്രസെൻ്റ് ചെയ്താൽ, പിന്നെ നമ്മൾ 4 സൈഡ്സ് ഓരോ മൂവിങ് കണ്ടക്ടേഴ്സ് ആയിട്ട് എടുത്താൽ അവർക്ക് ഓരോരുത്തർക്കും അക്രോസ് ആയിട്ടുള്ള മോഷണൽ EMFും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ PS എന്ന് പറഞ്ഞ സൈഡും വെലോസിറ്റിയും പാരലലാണ്. നമുക്കറിയാം ഇഫ് വെലോസിറ്റി ലെങ്ത് ആൻഡ് മാഗ്നെറ്റിക് ഫീൽഡ് ഇവരിൽ ആരെങ്കിലും 2 പേര് പാരലൽ ഓർ ആൻറ്റി പാരലൽ ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF 0 ആണ്. സോ ഇൻഡ്യൂസ്ഡ് EMF അക്രോസ് ദി കണ്ടക്ടർ PS is 0. PS എന്ന് പറഞ്ഞ സൈഡ് മാത്രം എടുത്താൽ ഇൻഡ്യൂസ്ഡ് EMF is 0. Then after if we consider side QR, this is side QR, induced EMF across QR is also 0. Why? Again velocity and length are parallel. But if we consider side PQ, this length, velocity and magnetic field are perpendicular. So if L is induced length of the moving conductor PQ, induced EMF across side PQ is equal to BLV. Length, velocity, magnetic field are perpendicular and magnetic field is uniform. So induced EMF is BLV. Thereafter induced EMF SR is also BLV. Again velocity, length and magnetic field are perpendicular. So here what will happen is induced EMF across SR and PQ are equal.
they are in reverse polarity in the closed loop. That is why net EMF of the loop is 0. അപ്പോൾ പി ക്യു മാത്രം എടുത്താൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ട്. ആ പി ക്യു എന്ന് പറഞ്ഞ പോർഷനിൽ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. എസ് ആർ എന്ന് പറഞ്ഞ സൈഡിലും ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇ എം എഫ് ഉണ്ട്. പക്ഷേ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ക്ലോസ്ഡ് ലൂപ്പിൽ നെറ്റ് ഇ എം എഫ് 0 കിട്ടും. അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ ഒന്ന് ഓർത്തിരുന്നേക്കണം. മനസ്സിലായല്ലോ? അടുത്ത 9th ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ലെൻസസ് ലോയുടെ ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ലെൻസസ് ലോ ഉപയോഗിച്ചിട്ട് കൺസർവേഷൻ ഓഫ് എനർജി എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ഓൾസോ വി ക്യാൻ ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ബൈ യൂസിങ് ലെൻസസ് ലോ. ലെൻസസ് ലോയുടെ ബേസിക്കലി ഉള്ള ഐഡിയ എല്ലാവർക്കും അറിയാം. ദി ഇൻഡ്യൂസ്ഡ് കറണ്ട് ഓൾവേസ് ഓപ്പോസസ് ദി കോസ് ഓഫ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുമ്പം ആ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ചിന് ഓപ്പോസ് ചെയ്യത്തക്ക രീതിയിലാണ് അതിലുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ എഫക്റ്റ്. അതാണ് ലെൻസസ് ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കിവിടെ നോക്കാം. In the figure shown, the magnet is pushed towards a fixed ring along the axis of the ring and it passes through the ring. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മാഗ്നറ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് ലൂപ്പ് എന്ന് വിചാരിക്കുക. അപ്പോൾ നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റ് ഈസ് ഫേസിങ് ടുവേർഡ്സ് മൂവിങ് ടുവേർഡ്സ് ദി റൈറ്റ് സൈഡ് ഓഫ് ദി ലൂപ്പ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഇത് ഫിക്സ് ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് വരുവാണെങ്കിൽ അപ്പോൾ ഈ മാഗ്നറ്റ് ഇതിനടുത്തേക്ക് വന്നാൽ ഈ മാഗ്നറ്റിൻ്റെ മോഷൻ മൂലമാണ് ഫ്ലക്സ് അസോസിയേറ്റ് വിത്ത് ലൂപ്പ് ചേഞ്ച് ചെയ്യുന്നത്. സോ ഫ്രം ലെൻസസ് ലോ ദി ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദിസ് ലൂപ്പ് ഷുഡ് ഓപ്പോസ് ദി മോഷൻ ഓഫ് ദി മാഗ്നറ്റ്. ഇതിന് അടുത്തോട്ടുള്ള മോഷൻ ഓപ്പോസ് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി റിപ്പൾസീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദി ലൂപ്പ് ആൻഡ് ദി മാഗ്നറ്റ്. റിപ്പൾഷൻ വരണമെങ്കിൽ നമുക്കറിയാം നോർത്ത് പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ആ സൈഡിലെ നോർത്ത് പൊളാരിറ്റി ഇൻഡ്യൂസ് ചെയ്യണം, ഇവിടെ സൗത്ത് പൊളാരിറ്റി ഇൻഡ്യൂസ് ചെയ്യണം. റൈറ്റ് സൈഡിൽ നോർത്ത് പൊളാരിറ്റി ഇൻഡ്യൂസ് ചെയ്താൽ അവിടുന്ന് നോക്കുമ്പം ഇൻഡ്യൂസ്ഡ് കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസാണ്. അറിയാലോ, ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡ്യൂസ്ഡ് കറണ്ട് ക്ലോക്ക് വൈസിലാണെങ്കിൽ ആ സൈഡ് സൗത്ത് പോളായിട്ടും കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നോർത്ത് പോളായിട്ടും. അപ്പം നോർത്ത് പോൾ അടുത്തേക്ക് വരുമ്പോൾ ഇവർ തമ്മിൽ റിപ്പൾഷൻ വേണം ഫ്രം ലെൻസസ് ലോ. അപ്പോൾ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നോർത്ത് പൊളാരിറ്റി ഉണ്ടാവണം. നോർത്ത് പൊളാരിറ്റി ഉണ്ടാവണമെങ്കിൽ ഈ സൈഡ് ബോർഡിൻ്റെ പ്ലെയിനിന് അകത്തേക്കും ഇത് വെളിയിലോട്ടുമാണ്. അപ്പോൾ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ഉണ്ടാവും. ഇപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ. ഇപ്പോൾ ഈ ലൂപ്പ് എടുക്കുമ്പോൾ ഈ സോളിഡ് പാർട്ട് ബോർഡിൻ്റെ പ്ലെയിനിന് വെളിയിലോട്ടും ആ ഡോട്ടഡ് പാർട്ട് അകത്തേക്കുമാണ്. അപ്പോൾ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് വരുന്നത്. ഇപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് വെൻ ഒബ്സർവ്ഡ് ഫ്രം റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ഫേസ് ബി. അപ്പോൾ നേരെ തിരിച്ച് നോർത്ത് പോൾ അകലേക്ക് പോകുന്നു. അകലേക്ക് പോകുമ്പോൾ നേരെ തിരിച്ച് ഇവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ സൗത്ത് പോൾ ഉണ്ടാവണം. സൗത്ത് പോൾ ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കറണ്ട് ക്ലോക്ക് വൈസിലായിരിക്കും. അതാണ് നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്ത കേസ്. നോക്കാം. വെൻ മാഗ്നറ്റ് ഗോസ് ടുവേർഡ്സ് റിംഗ് ദി ഫേസ് ബി ബിക്കം സൗത്ത് പോൾ. തെറ്റാണല്ലോ. ഇത് അടുത്തേക്ക് വരുമ്പം അവിടെ നോർത്ത് പോളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. വെൻ മാഗ്നറ്റ് ഗോസ് അവേ ഫ്രം ദ റിംഗ് ദി ഫേസ് ബി ബിക്കംസ് നോർത്ത് പോൾ. തെറ്റല്ലേ? ഇത് അകലേക്ക് പോകുമ്പോൾ നേരെ തിരിച്ച് സൗത്ത് ആണ്. അപ്പോൾ ഇതും തെറ്റാണ്. വെൻ ദി മാഗ്നറ്റ് ഗോസ് അവേ ഫ്രം ദ റിംഗ് ദി ഫേസ് എ ബിക്കംസ് നോർത്ത് പോൾ ആൻഡ് ദി ഫേസ് ബി ബിക്കംസ് സൗത്ത് പോൾ. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ 3 കറക്റ്റാണ്. അപ്പോൾ അത് അടുത്ത ഓപ്ഷനും തെറ്റാണല്ലോ. ഫേസ് ബി ഫേസ് എ വിൽ ഓൾവേസ് ബി എ നോർത്ത് പോൾ. തെറ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ്. അപ്പോൾ ലെൻസസിലൂടെ ക്വസ്റ്റ്യൻസ് വന്നാൽ ശ്രദ്ധിക്കുക. നമുക്കടുത്ത 10th ക്വസ്റ്റ്യൻ. എ തിൻ സെമി സർക്കുലർ കണ്ടക്ടിങ് റിംഗ് ഓഫ് റേഡിയസ് r is falling with a plane vertical in a uniform horizontal magnetic induction B at the position M and Q. The speed of the ring is V. The potential difference developed across the ring is. നിങ്ങളാരും അറിയാം ഒരു സെമി സർക്കുലർ റിംഗ് ഉണ്ട്. It is moving in a uniform magnetic field. To find the motional EMF produced across a conductor, this conductor can be replaced by a straight conductor between the two ends. That is, generally, if a conductor of any arbitrary shape is moving in a uniform magnetic field, the conductor can be replaced by a straight conductor between the ends. That is a general method. So here MQ വിന് across ആയിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യണം? ഈ കണ്ടക്ടറിനെ ആൻസറൊക്കെ നിങ്ങളവിടെ ഓൾറെഡി പറഞ്ഞു. MQ എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് കണ്ടക്ടർ വെച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി വി താഴോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർഡ്. ഇത് നമുക്കറിയാം. MQ എന്ന് പറഞ്ഞ ലെങ്ത് എത്രയാണ്? റേഡിയസ് r ആണെങ്കിൽ 2r ആണല്ലോ. ഡയമീറ്ററിന് ഈക്വൽ ആണ് എഫക്റ്റീവ് ലെങ്ത്. സോ ഹിയർ വി ഹാവ് ആൻ എഫക്റ്റീവ് ലെങ്ത് ഓഫ് 2r.
velocity V, magnetic field B, all are mutually perpendicular. So induced EMF, we have equation BLV, L is 2R. So B into 2R into B. This is the answer. So induced EMF has magnitude 2 BVR. അപ്പോൾ 0 തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. അപ്പോൾ പിന്നെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ 4 ആയിരിക്കും. ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി 2RBV എന്ന് മോർ ദാൻ 1 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പൊളാരിറ്റി കണ്ടുപിടിക്കണം. പൊളാരിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാർഗം എന്ന് പറയുന്നത് V ക്രോസ് B കണ്ടുപിടിക്കാം. വെലോസിറ്റി ഓഫ് ദി കണ്ടക്ടർ V, മാഗ്നറ്റിക് ഫീൽഡ് B, V ക്രോസ് B ഈസ് ടുവേർഡ്സ് പോസിറ്റീവ് എൻഡ് ഓഫ് ദി കണ്ടക്ടർ ആയിരിക്കും. അപ്പോൾ അതാണ് ഒരു മാർഗം. V ക്രോസ് ബിയുടെ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ദി പോസിറ്റീവ് ചാർജ്. അപ്പോൾ ആ ഡയറക്ഷനിലായിരിക്കും ഡിഫ്ലക്ഷൻ. V ക്രോസ് ബി എങ്ങോട്ടോ നയിക്കുകയും വെലോസിറ്റി താഴോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുവാണെങ്കിൽ വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ മിഡിൽ ഫിംഗർ കൺസിഡർ ചെയ്യുക, അതിന് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലോട്ട് കേൾ ചെയ്യുക, അകത്തോട്ട് കേൾ ചെയ്യണം. മനസ്സിലായല്ലോ? ഫിംഗേഴ്സ് ഇനിഷ്യലി along the direction of velocity, magnetic field is inward, curl the fingers towards the magnetic field that is inward. So thumb is towards right, so V cross B is towards right, so right end is positive and left end is negative. So Q is at a higher potential. Otherwise we can use left hand rule to find the direction of V cross B. Left hand rule എന്താ ചെയ്യേണ്ടേ? മിഡിൽ ഫിംഗർ, ഫോർ ഫിംഗർ, തമ്പ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഔട്ട്വേർഡ് എടുക്കുക. ദെൻ വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ മിഡിൽ ഫിംഗർ എടുക്കുക. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഫോർ ഫിംഗർ എടുക്കുക. ഫോർ ഫിംഗർ ഇൻവേർഡ് എടുക്കണം. തം വിൽ ഗീവ് ദി ഡയറക്ഷൻ ഓഫ് ബി ക്രോസ് ബി, ദാറ്റ് ഈസ് ടുവേർഡ്സ് റൈറ്റ്. അങ്ങനെ നോക്കിയാൽ നമുക്ക് ബി ക്രോസ് ബി ടുവേർഡ്സ് റൈറ്റ് കിട്ടും, ദാറ്റ് ഈസ് ടുവേർഡ്സ് ക്യൂ. അപ്പോൾ ആ എൻഡ് പോസിറ്റീവ് എന്ന് മനസ്സിലാക്കാം. നമുക്കടുത്ത 11ാമത്തെ ചോദ്യം. ഫിഗർ ഷോസ് എ സ്ക്വയർ ലൂപ്പ് ഓഫ് സൈഡ് 1 മീറ്റർ ആൻഡ് റെസിസ്റ്റൻസ് 1 ഓം എന്നാണ് കേട്ടോ. റെസിസ്റ്റൻസ് 1 ഓം. The magnetic field on left side PQ has a magnetic field B. The work done in pulling the loop out of the field uniformly in 1 second is. അപ്പോൾ നമുക്ക് ഈ സ്ക്വയർ ലൂപ്പ് ഓഫ് ലെങ്ത് L മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഔട്ട് സൈഡിലേക്ക് പോകും. ഇപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ ബൗണ്ടറിയിലാണ്, ഇത് ഔട്ട് സൈഡിലേക്ക് പോകും. നമുക്ക് ഔട്ട് സൈഡിലേക്ക് പോകുന്ന സിറ്റുവേഷൻ എടുത്താൽ ഇങ്ങനെ വരും. അപ്പോൾ ഇത് V വെലോസിറ്റിയിൽ പോകുമ്പോൾ ഇത് പല വിധത്തിൽ ഒന്ന് നമ്മളിതിന് ഇത് PQRS എന്ന് പറഞ്ഞ ലൂപ്പ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻഡ്യൂസ്ഡ് EMF കാണാൻ ഒന്നെങ്കിൽ നമ്മൾ ഫ്ലക്സ് കണ്ടുപിടിച്ചിട്ട് ഫാരഡേസ് ലോ d∅dt മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എടുക്കണം, അല്ലെങ്കിൽ ഇവിടെ മോഷണൽ EMF വെച്ചിട്ട് ചെയ്യാം. നമുക്ക് ഈ ബൗണ്ടറി ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ ദർ ഈസ് നോ ഫീൽഡ്. സോ ഇഫ് യു കൺസിഡർ ദി മോഷണൽ EMF, induced EMF across QR is definitely 0. കാരണം എന്തുവാ? അവിടെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. ആ QR എന്ന് പറഞ്ഞ സൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്ത റീജിയനിലാണ്. സോ ദർ ഈസ് നോ ഇൻഡ്യൂസ്ഡ് EMF ഈസ് പ്രൊഡ്യൂസ്ഡ് അക്രോസ് QR. പിന്നെ PQവും SRും നേരത്തെ പറഞ്ഞതുപോലെ വെലോസിറ്റിയും ലെങ്തും പാരലൽ ആയതുകൊണ്ട് ഇൻഡ്യൂസ്ഡ് EMF ഇല്ല. സോ ഇൻഡ്യൂസ്ഡ് EMF അക്രോസ് PQ, ഇൻഡ്യൂസ്ഡ് EMF അക്രോസ് SR ഈസ് ഈക്വൽ ടു 0. കാരണം എന്തുവാ? വെലോസിറ്റി ആൻഡ് ലെങ്ത് ആർ പാരലൽ, ദെൻ ഇൻഡ്യൂസ്ഡ് EMF ഈസ് 0. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ PS എന്ന് പറഞ്ഞ സൈഡ് എടുത്താൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്. അത് തന്നെയാണ് നെറ്റ് ഇൻഡ്യൂസ്ഡ് EMF. ഹിയർ ഇൻഡ്യൂസ്ഡ് EMF ഓർ മോഷണൽ EMF ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൺലി അക്രോസ് സൈഡ് PS, ദാറ്റ് ഈസ് നെറ്റ് EMF ഓഫ് ദി ലൂപ്പ്. സോ ഇതിൻ്റെ ലെങ്ത് L, വെലോസിറ്റി V, മാഗ്നറ്റിക് ഫീൽഡ് B, അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. സോ ഇൻഡ്യൂസ്ഡ് EMF ഈസ് BLB. സോ ഹിയർ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ലൂപ്പ് ഈസ് ഈക്വൽ ടു BLB. അപ്പോൾ നമുക്കറിയാം ഈ ലെൻസസിലോ അനുസരിച്ച് ഇതിലൊരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈ വെലോസിറ്റി ഓപ്പോസ് ചെയ്യും. അപ്പോൾ ഇതിനെ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. ആ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്ന പവർ അല്ലെങ്കിൽ വർക്ക് ഡൺ ആണ് സർക്യൂട്ടിൽ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ട് പറയാം. മനസ്സിലായല്ലോ? ഈ ലൂപ്പ് ഔട്ട് സൈഡിലേക്ക് പോകുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ച് മൂലം ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി. സോ ദർ ഈസ് വൺ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോസ് ത്രൂ ദി ലൂപ്പ്. ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടെങ്കിൽ ആ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ എഫക്റ്റ് മൂലം വെലോസിറ്റിയെ ഓപ്പോസ് ചെയ്ത്, മോഷനെ ഓപ്പോസ് ചെയ്ത് ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ എഫക്റ്റ് വരും.
അപ്പോൾ അതിൻ്റെ വെലോസിറ്റി കുറയും. അപ്പോൾ ആ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി ഒരു എക്സ്റ്റേണൽ ഏജൻസി ഫോഴ്സ് അപ്ലൈ ചെയ്യണം, അത് പവർ പ്രൊഡ്യൂസ് ചെയ്യണം. സോ ഫ്രം കൺസർവേഷൻ ഓഫ് എനർജി, പവർ പ്രൊഡ്യൂസ്ഡ് ബൈ applied force is equal to power produced by applied force is equal to electric power produced in the circuit. അതാണ് നമുക്ക് എളുപ്പം. ഇലക്ട്രിക് പവർ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇ സ്ക്വയർ ബൈ ആർ എടുത്താൽ മതി. ഇൻഡ്യൂസ്ഡ് EMF കിട്ടി. അപ്പോൾ നമുക്ക് ഇ സ്ക്വയർ ബൈ ആർ എന്നെടുക്കാം. ഇ എത്രയാം? BLB. അപ്പോൾ ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ബൈ ആർ വരും. ഇനി വർക്ക് ഡൺ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പവർ ഇൻറ്റു ടൈം എടുക്കണം. അപ്പോൾ ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ടി ബൈ ആർ കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് എളുപ്പമാർഗം. പവർ കണ്ടുപിടിച്ചു. ആ പവർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തേ? കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്തു. അപ്പോൾ അത് നമ്മൾ ലെൻസസ് ലോയുടെ ഇക്വേഷൻ ഓർത്തിരിക്കണം. അപ്പോൾ ലെൻസസ് ലോ പറയുന്നത് എന്തുവാ? ഈ ഇൻഡ്യൂസർ കറണ്ട് എഫക്റ്റ് ഈ മോഷനെ ഓപ്പോസ് ചെയ്യും. അപ്പോൾ ആ ഫ്ലക്സ് ചേഞ്ച് കോൺസ്റ്റൻ്റ് ആക്കി നിർത്താൻ എക്സ്റ്റേണൽ ഏജൻസി വർക്ക് ചെയ്യണം. അപ്പോൾ ആ വർക്കാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ ഇലക്ട്രിക് പവർ കണ്ടുപിടിച്ചു. അത് തന്നെയാണ് അപ്ലൈഡ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ. അത് വെച്ചിട്ടാണ് നമ്മൾ എളുപ്പത്തിൽ ചെയ്തത്. ടൈം കണ്ടുപിടിക്കണം. നമ്മളിത് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡിലേക്ക് പോകുമ്പം ടൈം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റിയാണ്. അപ്പോൾ ഇതിവിടുന്ന് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡിൽ വരുമ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ലെങ്ത്തിന് ഈക്വൽ ആണല്ലോ. സോ ടൈം ടി ഈസ് ഈക്വൽ ടു എൽ ബൈ വി, വിച്ച് ഈസ് മൂവിങ് ദ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. സോ ടൈം ഈസ് ഈക്വൽ ടു എൽ ബൈ വി. അപ്പോൾ ടിക്ക് പകരം എൽ ബൈ വി കൊടുക്കാം. നമുക്ക് ടി തന്നിട്ടുണ്ട്, വി ആണില്ലാത്തത്. അപ്പോൾ വിക്ക് പകരം എൽ ബൈ വി കൊടുക്കാം. അപ്പോൾ ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ എൽ സ്ക്വയർ ബൈ വി സ്ക്വയർ ആണ്. എൽ സ്ക്വയർ ബൈ ടി സ്ക്വയർ ഇൻറ്റു ടി ബൈ ആർ. അപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടും? ഡബ്ല്യു ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ എൽ റേസ് ടു 4 ബൈ ആർ ടി കിട്ടും. അപ്പോൾ നമുക്ക് എന്താണോ തരുന്നത് അത് വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ബി സ്ക്വയർ എൽ റേസ് ടു 4 ഡിവൈഡ് ബൈ ആർ ടി ഓർ ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ടി ബൈ ആർ എന്ന് കിട്ടും. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മാഗ്നറ്റിക് ഫീൽഡ് 1 ടെസ്ല, ലെങ്ത് ഓഫ് ദി സ്ക്വയർ, സൈഡ് ലെങ്ത് ഓഫ് ദി സ്ക്വയർ 1 മീറ്റർ, റെസിസ്റ്റൻസ് 1, ടൈം 1. അപ്പോൾ ഇതെല്ലാം 1. ബിയും എല്ലും ആറും ടിയും എല്ലാം 1 ആണ്. അപ്പോൾ അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ 1 വരും. 1 ജൂളാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഇവിടെ ദിസ് ലൂപ്പ് ഈസ് മൂവിങ് ഔട്ട് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. സോ ഹിയർ ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ദി ലൂപ്പ് ഈസ് ഡിക്രീസിങ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഫ്ലക്സ് അസോസിയേറ്റ് വിത്ത് ലൂപ്പ് എടുക്കുമ്പം മാഗ്നറ്റിക് ഫീൽഡിന് അകത്തുള്ള റീജിയണിൽ മാത്രമല്ലേ ഫ്ലക്സ് ഉള്ളൂ. ഇതിൻ്റെ ഔട്ട്സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ ഈ ഏരിയ എ ആണെങ്കിൽ ഇപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ വരും. മാഗ്നറ്റിക് ഫീൽഡ് ലൂപ്പിൻ്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്. സോ ഏരിയ വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ പാരലൽ. സോ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ബി എ. So here as the loop is moving, area of the loop in the magnetic field decreases. So flux associated with the loop is decreasing. മനസ്സിലായാലും മാഗ്നറ്റിക് ഫീൽഡിന് ഔട്ട്സൈഡിലേക്കാണ് പോവുക. അപ്പോൾ ഫ്ലക്സ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ഇൻവേർഡ് ഫ്ലക്സ് ഉണ്ട്, അത് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ലെൻസസ് ലോ പറയുന്നത് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈ ഫ്ലക്സിൻ്റെ ഡിക്രീസിനെ ഓപ്പോസ് ചെയ്യണം. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇവിടെ ഉള്ള കറണ്ടിൻ്റെ ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഇൻഡ്യൂസ്ഡ് ഫീൽഡ് ഉണ്ടാക്കണം. അതാണ് ഒരു മാർഗം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻവേർഡ് ഫ്ലക്സ് ഡിക്രീസ് ചെയ്തു. അപ്പോൾ അവിടെയുള്ള ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിൽ ഒരു ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാക്കും. സോ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് ഇൻവേർഡ്. സോ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് ക്ലോക്ക് വൈസ്. മനസ്സിലാവും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വി വെലോസിറ്റിയിൽ പോകുന്ന സമയത്ത് ഈ സൈഡ് ഇൻസൈഡ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഈ പി എസിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവും. അത് വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും. നിങ്ങൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളൊക്കെ വെച്ചുകൊണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇതിൽ കറണ്ട് ഫ്ലോ ചെയ്ത് കറണ്ട് ക്ലോക്ക് വൈസിലാണ്. അപ്പോൾ ഈ സൈഡിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് മാഗ്നറ്റിക് ഫോഴ്സ് വെലോസിറ്റിയെ ഓപ്പോസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഫോഴ്സിനെ ബാലൻസ് ചെയ്ത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താലേ ഇതിനെ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ആ ഫോഴ്സൊക്കെ ആണ് ഈ സൈഡ് ലെങ്ത് എൽ ആണെങ്കിൽ
മാഗ്നറ്റിക് ഫോഴ്സ് ILB ആണ്. അത് വെച്ചിട്ട് നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. മാഗ്നറ്റിക് ഫോഴ്സ് ILB, I കാണാൻ BLV/R എടുക്കണം. അപ്പോൾ ഫോഴ്സ് B²L² V/R കിട്ടും. അതിനെ വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ പവർ B²L² V²/R കിട്ടും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ കുറച്ചുകൂടി എളുപ്പം നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡാണ്, അത് ഉപയോഗിച്ചാൽ മതി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്തിരുന്നോണം, ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ AB and CD are fixed conducting smooth rails placed in a vertical plane and joined by a constant current source at its upper end. PQ is a conducting rod which is free to slide on the rails. A horizontal uniform magnetic field exists in space as shown. If the rod PQ is released from rest, then അവിടുത്തുള്ളൊരു റോഡ് താഴേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ റോഡ് ഒരു V വെലോസിറ്റിയിൽ താഴേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുണ്ട്. ഇവിടെ ഒരു കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ഇത്രയുള്ള ആ സോഴ്സ് ഈ സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ട് എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആക്കി നിർത്തും. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് എന്ന് പറയുന്ന എല്ലായ്പ്പോഴും ആ സർക്യൂട്ടിലൊരു കോൺസ്റ്റന്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ കോൺസ്റ്റന്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിൻ്റെ മോഷൻ്റെ പ്രത്യേകതയാണ് ചോദ്യം. അപ്പോൾ നമ്മൾക്ക് അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കതിൻ്റെ വെയിറ്റ് mg വെർട്ടിക്കലി ഡൗൺവേർഡ് ആക്ട് ചെയ്യും. നമുക്കറിയാം ലെൻസസ് ലോ അനുസരിച്ച് ഇതിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫോഴ്സ് അതിനെ ഓപ്പോസ് ചെയ്യും. അപ്പോൾ അതാണ് അവിടെ വരുന്നത്. mg വെർട്ടിക്കലി ഡൗൺവേർഡ് വരും, കണ്ടക്ടർ താഴോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ആ കണ്ടക്ടറിൻ്റെ ഡൗൺവേർഡ് മോഷന് ഓപ്പോസ് ചെയ്തിട്ട് അപ്പോൾ അതിലുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ എഫക്റ്റ് വരും. അപ്പോൾ നമുക്കത് താഴേക്ക് വരുമ്പം ഇപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് കറണ്ട് സോഴ്സ് ഉണ്ട്. ആ കോൺസ്റ്റൻ്റ് കറണ്ട് സോഴ്സ് ഇതിലൂടെയുള്ള കറണ്ട് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തും. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം mg ഒരു കോൺസ്റ്റൻ്റ് ആണ്, കാരണം മാഗ്നറ്റിക് ഫോഴ്സ് ILB ആണ് അല്ലേ. മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ദി മൂവിങ് കണ്ടക്ടർ ILB ആണ്. അപ്പോൾ നമുക്കറിയാം FB mg ഇതിലേതാണ് കൂടുതൽ കുറവെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അത് പറഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, mg കോൺസ്റ്റൻ്റ് ആണ്, മാഗ്നറ്റിക് ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. കാരണം ഇവിടെ കറണ്ട് കോൺസ്റ്റൻ്റ് ആക്കി നിർത്താൻ വേണ്ടി ഒരു ഡിവൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ FB കോൺസ്റ്റൻ്റ് ആണ്, mg കോൺസ്റ്റൻ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ FB ഗ്രേറ്റർ ദാൻ mg ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് മുകളിലോട്ട് FB മൈനസ് mg വിച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ അതിനൊരു കോൺസ്റ്റൻറ്റ് ആക്സലേഷൻ മുകളിലേക്ക് കിട്ടും. പിന്നെ mg ഗ്രേറ്റർ ദാൻ FB ആണെങ്കിൽ എന്നാ സംഭവിക്കും? mg ഗ്രേറ്റർ ദാൻ FB ആണെങ്കിൽ ഇതിൻ്റെ നെറ്റ് ഫോഴ്സ് ഡൗൺവേർഡ് ആണ്, അതൊരു കോൺസ്റ്റൻറ്റ് ആക്സലേഷൻ ഡൗൺവേർഡ് മൂവ് ചെയ്യും. ഇവിടെ FB mg നമുക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് FB ഗ്രേറ്റർ ദാൻ mg ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് ആക്സലേഷൻ മുകളിലോട്ട് വരും, mg ഗ്രേറ്റർ ദാൻ FB ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് ആക്സലേഷൻ ഡൗൺവേർഡ് വരും. ഇപ്പോൾ അതാണ് പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് നോക്കാം റോഡ് PQ മേ മൂവ് ഡൗൺവേർഡ് വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സലേഷൻ. അത് ശരിയാണ്. ഇപ്പോൾ കോൺസ്റ്റൻറ്റ് ആക്സലേഷനിൽ മുകളിലോട്ട് വരാം when FB ഈസ് ഗ്രേറ്റർ ദാൻ mg. ദ റോഡ് PQ മേ മൂവ് അപ്വേർഡ് വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സലേഷൻ. അപ്പോൾ അതും ശരിയാണ്. മാഗ്നറ്റിക് ഫോഴ്സ് കുറവാണെങ്കിൽ വെയിറ്റിനെക്കാളും അത് മാഗ്നറ്റിക് ഫോഴ്സ് കൂടുതലാണെങ്കിൽ അപ്വേർഡ് മൂവ് ചെയ്യും. അപ്പോൾ അതും ശരിയാണ്. ദ റോഡ് വിൽ മൂവ് ഡൗൺവേർഡ് വിത്ത് ഡിക്രീസിങ് ആക്സലേഷൻ ഫൈനലി അക്വേഴ്സ് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. തെറ്റാണ്. കാരണം ഒരു കോൺസ്റ്റന്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തെറ്റാണ്. അപ്പോൾ നമുക്ക് 1 അല്ലെങ്കിൽ 2 ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സിറ്റുവേഷൻ. നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഏതേ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ 4 ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. 1 വരാം, 2 വരാം. അപ്പോൾ അങ്ങനെ നിങ്ങളവിടെ പറഞ്ഞ ആൻസറൊക്കെ കറക്റ്റാണ്. 4 എന്നൊക്കെയാണ് കൂടുതൽ വരും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കൊള്ളാം, ഗുഡ്. നെക്സ്റ്റ് 13ാമത്തെ ചോദ്യം. ഫിഗർ ഷോസ് എ കണ്ടക്ടിങ് റോഡ് ഡിസ്ക് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ് ഇൻ എ പെർപെൻഡിക്കുലർ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. Resistor is connected between the center and the rim. The radius of the disc is 5 cm. Angular speed is omega. തന്നിട്ടുണ്ട്. Current through the resistor. നിങ്ങൾക്കറിയായിരിക്കും ഇവിടെ ഒരു യൂണിഫോം പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ ഡിസ്ക് റൊട്ടേഷൻ നടക്കും. അപ്പോൾ ആ ഡിസ്കിന് സെൻറ്ററിനും ഈ സർക്കംഫറൻസിലെ പോയിന്റിനും അക്രോസ് ആയിട്ട് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. അതെത്രയാണെന്നറിയാമോ? ഇൻഡ്യൂസ്ഡ് EMF ബിറ്റ്വീൻ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഒന്ന് പറയാമോ? ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സർക്കംഫറൻസ്.
ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് ദ സർക്കംഫറൻസ് ഓഫ് ദി ഡിസ്ക് പറയാമോ? ഇപ്പം അതിൻ്റെ ഇക്വേഷൻ നമ്മളതിന് സിമിലറായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കണ്ടക്റ്റിംഗ് റോഡ്, ഒരു ആക്സിസോ റൊട്ടേഷൻ അതിൻ്റെ ഒരു എൻഡിൽ വെച്ചിട്ട് റൊട്ടേഷൻ നടത്തുമ്പോൾ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന് ഇക്വലൻ്റ് ആണ് ഇവിടെ വരുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അങ്ങനെ ഓർത്തിരിക്കുക. ഡിസ്ക് റൊട്ടേഷൻ നടത്തുമ്പം പിന്നെ സെൻറ്റർ മുതൽ സർക്കംഫറൻസ് വരെ ഒരു കണ്ടക്റ്റിംഗ് റോഡ് അസ്യൂം ചെയ്താൽ അത് റൊട്ടേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ബി ആർ സ്ക്വയർ ഒമേഗ ബൈ 2 വേർ ആർ ഈസ് റേഡിയസ് ഓഫ് ദി ലൂപ്പ്, റേഡിയസ് ഓഫ് ദി ഡിസ്ക്. അപ്പോൾ ശരിയാ, ബി ഹാഫ് ബി ആർ സ്ക്വയർ ഒമേഗ, ദാറ്റ് ഇസ് കറക്റ്റ്. നമുക്ക് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കണ്ടുപിടിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് 0.1, റേഡിയസ് ഓഫ് ദി ഡിസ്ക് നമുക്ക് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 5 സ്ക്വയർ 25 ഇൻറ്റു 10⁻⁻⁴. ഒമേഗയുടെ വാല്യൂ തന്നിട്ടുണ്ട് 40 റേഡിയൻ പെർ സെക്കൻഡ് ബൈ 2. 40/2 20 വരും, ശരിയല്ലേ? അപ്പോൾ 20 ഇൻറ്റു 0.1, അപ്പോൾ ഇത് 2 വരും. അപ്പോൾ 50 ഇൻറ്റു 10⁻⁻⁴. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മില്ലി ആംപിയർ, മില്ലി വോൾട്ട്. 5 ഇൻറ്റു 10⁻⁻³ 5 മില്ലി വോൾട്ട് ആണ് സെൻറ്ററിനും സർക്കംഫറൻസിനും എക്രോസ് ആയിട്ടുള്ള ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇതൊക്കെ സെൻറ്ററിനും ഈ സർക്കംഫറൻസിലെ പോയിന്റിന് എക്രോസ് ആയിട്ടാണ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ റെസിസ്റ്റൻസിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇത് തന്നെയാണ്, 5 മില്ലി വോൾട്ടാണ്. അപ്പോൾ കറണ്ട് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? കറണ്ട് I ഈസ് ഈക്വൽ ടു ഇ എം എഫ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ അത് 5 റെസിസ്റ്റൻസ് 1 ആണ്, 5 മില്ലി ആംപിയർ വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്കടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ സിലിണ്ടറിക്കൽ സ്പേസ് ഓഫ് റേഡിയസ് R is filled with a uniform magnetic field B parallel to the axis of the cylinder. If B changes at a constant rate, the graph showing the variation of induced electric field with the distance R from the axis of the cylinder. അപ്പോൾ നമുക്കിവിടെ ക്യാപിറ്റൽ ആർ റേഡിയസിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അത് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഫാരഡേസ് ലോ വെച്ചിട്ട് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എടുക്കുമ്പം ഇതിൻ്റെ ഇൻസൈഡിൽ R <R ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ R/2 ഇൻറ്റു dB/dt ആണ്. സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് R ആണെങ്കിൽ ഇൻസൈഡിൻ്റെ സിലിണ്ടറിക്കൽ റീജിയനിൽ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് R/2 dB/dt. അപ്പോൾ ഇവിടെ R അനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് മാറുമ്പോൾ ഈ പ്രപ്പോർഷനിൽ R ആണ്. അപ്പം യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ടു ദി ആക്സിസ്, ഇറ്റ് ചേഞ്ചസ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ dB/dt കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ പ്രപ്പോർഷനിൽ R ആണ്. ഇനി സർക്കംഫറൻസ് ഓഫ് ദി റീജിയനിൽ ഈ സിലിണ്ടറിൻ്റെ ഔട്ടർ ബൗണ്ടറി റീജിയനിൽ സ്മോൾ r ഈസ് ഈക്വൽ ക്യാപിറ്റൽ R. അപ്പോൾ R/2 dB/dt വരും. ഇനി അടുത്ത ഔട്ട്സൈഡിലെ ഇലക്ട്രിക് ഫീൽഡ് എടുത്താൽ R ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ R²/2 സ്മോൾ r ഇൻറ്റു dB/dt. സോ ഈ പ്രപ്പോർഷനിൽ 1/R. ഇതാണ് ഇക്വേഷൻ. നിങ്ങൾ മറന്നുപോയെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇൻസൈഡിൽ ഈ പ്രപ്പോർഷനിൽ R ആണ്, ഔട്ട്സൈഡിൽ ഈ പ്രപ്പോർഷനിൽ 1/R ആണ്. ഗ്രാഫ് എടുക്കുമ്പം ഇൻസൈഡിൽ ആക്സിസിലെ പോയിന്റ് എടുത്താൽ R 0 ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണല്ലോ. along the axis electric field is 0, inside electric field is proportional to R, so graph is a straight line. Outside 1/R ന്റെ വേരിയേഷൻ വരും. അപ്പോൾ നമുക്ക് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ 1 വരും. ഇതാണ് നമ്മുടെ ആൻസർ. ബാക്കിയൊക്കെ തെറ്റാണ്. അപ്പോൾ ഇക്വേഷൻ ഒന്നും അറിയത്തില്ലെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ നിന്നുള്ള വ്യത്യാസം, ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോൺ കൺസർവേറ്റീവ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് കൺസർവേറ്റീവ് ആണ്. പക്ഷേ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് നോൺ കൺസർവേറ്റീവ് ആണ്. സോ ഇറ്റ് വിൽ ഫോം ക്ലോസ്ഡ് ലൂപ്പ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യത്തില്ലെന്നാണ് പഠിച്ചത്. പക്ഷേ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കും. വർക്ക് ഡൺ ബൈ ദി ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ബിക്കോസ് ഇറ്റ് ഈസ് നോൺ കൺസർവേറ്റീവ്. ഇപ്പോൾ ക്ലോസ്ഡ് പാത്തിൽ വർക്ക് ഡൺ ബൈ ദി ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് നോൺ സീറോ ആണ്. അപ്പോൾ അതാണ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രത്യേകത. അപ്പോൾ അതോടെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. അപ്പോൾ അടുത്ത 15ാമത്തെ ചോദ്യം, എ വയർ ഓഫ് ഫിക്സഡ് ലെങ്ത് ഈസ് വൗണ്ട് ഓൺ എ സോളിനോഡ് ഓഫ് ലെങ്ത് L ആൻഡ് റേഡിയസ് R. ഇറ്റ് സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ഫൗണ്ട് ടു ബി L. Now the same wire is wound on a solenoid of length L/2 and radius R/2, self inductance. നമുക്കൊരു സോളിനോയിഡ് ഇങ്ങനെ വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നു.
അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് L ആണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് R. നമ്പർ ഓഫ് ടേൺസ് N എന്ന് വിചാരിക്കാം. അപ്പം സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് സോളിനോയിഡ് നമുക്കറിയാം μ0n², ഏരിയ πr² ലെങ്ത് L ആണ്. ഇതാണ് നമുക്ക് ആദ്യത്തെ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ. μ0n² A/L, ഏരിയ πr². രണ്ടാമത് എന്തൊക്കെ വ്യത്യാസം വരുന്നത്? ലെങ്ത്ത് പകുതിയാക്കി, ഇപ്പോൾ റേഡിയസ് പകുതിയാക്കി. ഇപ്പോൾ സോളിനോഡിലെ ലെങ്ത് എത്രയേ ഉള്ളൂ? L/2 ആണ്. അപ്പോൾ റേഡിയസ് എത്രയേ ഉള്ളൂ? അപ്പോൾ ഇത് 2r, ഇത് r. ഇത് ഡയമീറ്റർ 2r, അപ്പോൾ റേഡിയസ് r. ഇവിടെ ഡയമീറ്റർ r, അപ്പോൾ റേഡിയസ് r/2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെയിം വയർ ഈസ് ബൗണ്ട് ഓൺ എ സോളിനോയിഡ്. ഇവിടെ യൂസ് ചെയ്ത അതേ വയർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ലെങ്ത് ഓഫ് ദി വയർ സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ലെങ്ത് ഓഫ് ദി വയർ കാണാൻ അത് എക്സ് എന്ന് വിചാരിച്ചാൽ ലെങ്ത് ഓഫ് ദി വയർ എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു ലൂപ്പിൻ്റെ ലെങ്ത്ത് നമുക്കിവിടെ r റേഡിയസ് ഉള്ള ഒരു ലൂപ്പിൻ്റെ ലെങ്ത് 2πr. അതേപോലത്തെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ വയറിൻ്റെ ലെങ്ത്ത് n × 2πr എന്ന് എടുക്കാം. 6 റേഡിയസ് ആണെങ്കിൽ ഒരു ലൂപ്പിൻ്റെ ലെങ്ത് 2πr, അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് ദി വയർ n × 2πr. ഇവിടെയും അതേ വയറാണല്ലോ. ഇവിടെ എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ടേൺസ് n' × 2π × റേഡിയസ് r/2 എടുത്താൽ പോരെ. ഇപ്പോൾ ഇവിടെ റേഡിയസ് ഓഫ് ദി സോളിനോട് r/2 ആണ്. അപ്പോൾ ഒരു ലൂപ്പിൻ്റെ ലെങ്ത് 2πr/2. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് ദി വയർ n' × 2πr/2. അപ്പോൾ 2πr ക്യാൻസലായി പോവും. സോ n' = 2n. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്, അതെടുക്കാൻ വിട്ടുപോകരുത്. ഇവിടെ ഈ ഇക്വേഷൻ എടുത്തിട്ട് r/2 L/2 കൊടുത്താൽ ആൻസർ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ റേഡിയസ് കുറയുമ്പോൾ ലെങ്ത് ഓഫ് ദി വയർ സെയിം ആയതുകൊണ്ട് നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യും, ശ്രദ്ധിച്ചോ. അപ്പോൾ പുതിയ സെൽഫ് ഇൻഡക്റ്റൻസ് L' μ0, n പകരം 2n കൊടുക്കണം. അപ്പോൾ 2n² × π × r പകരം r/2 കൊടുക്കണം. താഴെ ലെങ്ത്തിന് പകരം L/2 കൊടുക്കണം. അപ്പോൾ നോക്കിയാൽ നമുക്ക് മുകളിൽ ഒരു 2² ഉണ്ട്, ഇവിടെ ഒരു 2² ഉണ്ട്, ക്യാൻസലായി പോകും. L/2ൻ്റെ 2 മുകളിൽ വരും. അപ്പോൾ 2 μ0n² π r²/L. അപ്പോൾ അത് n ആണല്ലോ, അപ്പോൾ 2n വരും. അപ്പോൾ പുതിയ സെൽഫ് ഇൻഡക്റ്റൻസ് എത്ര കിട്ടും? 2L കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ അവിടെ നമ്പർ ഓഫ് ടേൺസ് മാറും എന്നുള്ള കാര്യം ശ്രദ്ധിച്ചോണം, ഇല്ലെങ്കിൽ നമുക്ക് ആൻസർ തെറ്റിപ്പോകും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി നെറ്റ്വർക്ക് ഷോൺ ഇൻ ദി ഫിഗർ ഈസ് പാർട്ട് ഓഫ് കംപ്ലീറ്റ് സർക്യൂട്ട്. ഇഫ് അറ്റ് എ സർട്ടൺ ഇൻസ്റ്റന്റ് ദി കറണ്ട് I is 5 ampere, it is decreasing at a rate of 10⁻³ ampere per second, then VB minus VA is equal to. നമുക്കവിടെ സർക്യൂട്ടിൻ്റെ പാർട്ട് തന്നിട്ട് ഒരു ഇൻഡക്ടർ ഉണ്ട്, ഒരു ബാറ്ററി ഉണ്ട്, സെല്ലുണ്ട്, പിന്നെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് VB മൈനസ് VA കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എയിലെ പൊട്ടൻഷ്യൽ VA, ബിയിലെ പൊട്ടൻഷ്യൽ VB. നമുക്കത് ചെയ്യേണ്ട ഒരു മാർഗം, നമ്മൾ ബിയിൽ നിന്ന് എയിലേക്ക് ഈ സർക്യൂട്ടിൽ കൂടെ ട്രാവൽ ചെയ്യുന്നതായിട്ട് വിചാരിക്കണം. നമ്മൾ കിർച്ചോസ് വോൾട്ടേജ് ലോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു മാർഗം, നമ്മൾ സർക്യൂട്ടിൽ കൂടെ ബിയിൽ നിന്ന് എയിലേക്ക് ട്രാവൽ ചെയ്തെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബിയിൽ നിന്ന് തുടങ്ങുന്നത് കൊണ്ട് ബിയിലെ പൊട്ടൻഷ്യൽ എടുക്കുക, പ്ലസ് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാവരുടെയും കൂടെ പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾ ആഡ് ചെയ്യാം. അപ്പോൾ VB പ്ലസ് സം ഓഫ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് സർക്യൂട്ട് എലമെന്റ്സ് ബിറ്റ്വീൻ A and B. Circuit elements between A and B is equal to VA. ഇതാണ് ഒരു മെത്തേഡ്. നമ്മൾ ബിയിൽ നിന്ന് എയിലേക്ക് പോകുന്ന വഴിക്കുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും കൂടെ പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾ ആഡ് ചെയ്യുക. അപ്പോൾ എയിലെ പൊട്ടൻഷ്യൽ കിട്ടും, അതാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ VB പ്ലസ് നമ്മൾ ബിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം നമ്മൾ തൊട്ട് മുമ്പിലത്തെ ഡിസ്കഷനിൽ പറഞ്ഞതുപോലെ ഇവിടെ സൈൻ കൺവെൻഷൻ കൊടുക്കണം. നമ്മൾ ഇൻഡക്ടറിൽ കൂടെ കറണ്ട് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ്. ഇൻഡക്ടറിൽ കൂടെ കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF അക്രോസ് ഇൻഡക്ടറിന് പ്ലസ് സൈൻ കൊടുക്കുക. നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതുമ്പോൾ പ്ലസ് എന്നിടുക, പ്ലസ് L × di/dt. ഇൻഡ്യൂസ്ഡ് EMF അക്രോസ് ഇൻഡക്ടർ പ്ലസ് L × di/dt എന്ന് എഴുതുക. കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ പ്ലസ് L × di/dt എന്ന് ആദ്യം എഴുതുക. കറണ്ടിൻ്റെ സെയിം ഡയറക്ഷനിലാണെങ്കിൽ മൈനസ് L × di/dt എന്ന് ആദ്യം എഴുതുക.
പിന്നെ ഇവിടെ സെല്ലുണ്ട്. സെല്ലിൻ്റെ പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇ എം എഫ് നെഗറ്റീവ് എടുക്കണം. സെല്ലിനകത്തൂടെ പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ പോയാൽ ഇ എം എഫ് നെഗറ്റീവ്. പിന്നെ ഇവിടെ കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് റെസിസ്റ്റൻസ് അഗൈൻ പ്ലസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി എ. അപ്പോൾ വാല്യൂ കൊടുത്താൽ ബി ബി പ്ലസ് എൽ എത്രയാണ് 5 മില്ലി ഹെൻറി 5 × 10⁻³ di/dt. കറണ്ട് ഈസ് ഡിക്രീസിങ് അറ്റ് റേറ്റ് ഓഫ് 10⁻³ ആംപിയർ/സെക്കൻഡ്. അപ്പോൾ di/dt 10⁻³ ആണ്. കറണ്ട് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ മൈനസ് കൊടുക്കണം. അപ്പോൾ കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയത് കൊണ്ട് പ്ലസ് എൽ ഇൻറ്റു di/dt എന്ന് എഴുതുക. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. കറണ്ട് കൂടുവാണെങ്കിൽ di/dtക്ക് വീണ്ടും പ്ലസ് സൈൻ കൊടുക്കുക. കറണ്ട് കുറയുവാണെങ്കിൽ di/dtക്ക് നെഗറ്റീവ് സൈൻ കൊടുക്കുക. അപ്പോൾ അവിടെ കറണ്ട് കുറയുന്നുണ്ട്, di/dt നെഗറ്റീവ് ആണ്. അപ്പോൾ -10⁻³ എന്ന് എടുത്തു പോകണം. അപ്പോൾ -15 പ്ലസ് ഐ എത്രയാ? ഐ അറ്റ് ദി ഇൻസ്റ്റൻറ്റ് 5 ആണ്. റെസിസ്റ്റൻസ് അറ്റ് ദി ഇൻസ്റ്റൻറ്റ് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വി എ. അപ്പോൾ വി ബി 10⁻³ 3 പോയി. ഇവിടെ -5 വരും. -15 പ്ലസ് 5 ഈസ് ഈക്വൽ ടു വി എ. അപ്പോൾ -5 പ്ലസ് 5 പോയി. അപ്പോൾ വി ബി മൈനസ് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് അപ്പുറത്തോടെ +15 വരും. അപ്പോൾ വി ബി മൈനസ് വി എ +15 വോൾട്ട് വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. മനസ്സിലായല്ലോ? നമുക്കടുത്തത് 17ാമത്തെ ചോദ്യമാണ്. നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കപ്പാസിറ്ററും ഇൻഡക്ടറും ഒക്കെ ഡി സി സോഴ്സിൽ കണക്ട് ചെയ്യുമ്പോൾ സ്റ്റഡി സ്റ്റേറ്റിലും ജസ്റ്റ് സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോഴുള്ള സിറ്റുവേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ചോണം. In the given circuit, find the ratio of I1 to I2, where I1 is the initial current and I2 is a steady state current through the battery. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്തെയാണ് ടൈം T0 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ T0 ജസ്റ്റ് സ്വിച്ച് ക്ലോസ് ചെയ്തു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പകരം സ്വിച്ച് ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് ഈ ഇൻഡക്ടറിൽ കറണ്ട് ഇല്ല. ഇൻഡക്ടറിൻ്റെ പ്രത്യേകത എന്തുവാ? ഇൻഡക്ടർ ഓപ്പോസസ് എനി സഡൻ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഫ്രം ലെൻസസ് ലോ. ഇപ്പോൾ ലെൻസസ് ലോ അനുസരിച്ച് ഈ ഇൻഡക്ടർ എല്ലായ്പ്പോഴും സഡൻ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഓപ്പോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്താൽ ഈ T0 ഇൻഡക്ടറിൽ കൂടെയുള്ള കറണ്ട് റിമെയിൻ 0 എന്ന് എടുക്കണം. അതാണ് പ്രിൻസിപ്പിൾ. സ്വിച്ച് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഇൻഡക്ടറിൽ കൂടെ കറണ്ട് എത്രയാണ്? 0. ഫ്ലക്സ് എത്രയാണ്? 0. അതുകൊണ്ട് ജസ്റ്റ് സ്വിച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ ജസ്റ്റ് സ്വിച്ച് ക്ലോസ് അറ്റ് ടൈം T0 കറണ്ട് എത്ര എടുക്കണം? 0 എടുക്കണം. അപ്പോൾ ഇൻഡക്ടർ ഓപ്പൺ സർക്യൂട്ടിന് തുല്യ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സർക്യൂട്ടിൽ കുറേ ഇൻഡക്ടേഴ്സോ റെസിസ്റ്റൻസോ കപ്പാസിറ്റൻസോ ഒക്കെ ഉണ്ട്. ജസ്റ്റ് സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടർ ഓപ്പൺ സർക്യൂട്ടിന് ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഇൻഡക്ടറിൽ കൂടെയുള്ള കറണ്ട് എത്ര എടുക്കണം? 0 എടുക്കണം. അപ്പോൾ ഇവിടുന്ന് ഒരു കറണ്ട് ഐ ഫ്ലോ ചെയ്താൽ ഇവിടെ വരുമ്പോൾ ഇത് ഇങ്ങോട്ട് പോകത്തില്ല, ഇതിലേ വരും. അപ്പോൾ ഇതിലേ ഇങ്ങനെ പാസ് ചെയ്യും. അപ്പോൾ ഈ പാർട്ട് നമുക്ക് ആവശ്യമില്ല, കാരണം അവിടെ എന്താ കറണ്ട് 0 ആണ്. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും. ഈ ക്ലോസ്ഡ് ലൂപ്പിൽ മാത്രമേ കറണ്ട് ഉള്ളൂ. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കളയാം. കാരണം എന്തുവാ? ആ പോർഷന് നമുക്കിപ്പോൾ തൽക്കാലം റോളില്ല, കാരണം അതിലൂടെ കറണ്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ സർക്യൂട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഈ 6ഉം 4ഉം എങ്ങനെയാണ്? സീരീസിലാണ്. അപ്പോൾ കറണ്ട് ആദ്യം I1 എന്ന് വിചാരിച്ചാൽ കറണ്ട് I1 ഈസ് ഈക്വൽ ടു EMF ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. EMF 10 വോൾട്ട് ആണ്. 6ഉം 4ഉം സീരീസിലാണ്. കറണ്ട് സെയിം ആണ്. കറണ്ട് സെയിം ആണ്. സോ I1 ഈസ് ഈക്വൽ ടു 1 ആംപിയർ. ഇതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരുന്നു. ജസ്റ്റ് സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടറിൽ കൂടെ കറണ്ട് 0 ആണ്. അടുത്ത T ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. T ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റിയിലെ പ്രത്യേകത സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയും. അപ്പോൾ ഇൻഡക്ടർ നമ്മൾ എടുത്താൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കറണ്ട് ത്രൂ ഇൻഡക്ടർ ഈസ് കോൺസ്റ്റന്റ്. കറണ്ട് ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി കോൺസ്റ്റന്റ്. അതായത് T ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സ്റ്റഡി സ്റ്റേറ്റാണ്. അപ്പോൾ ഈ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം സർക്യൂട്ടിൽ പിന്നീട് യാതൊന്നിനും ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. കറണ്ട് ഉണ്ടെങ്കിൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കണം. ചാർജ് ഉണ്ടെങ്കിൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ കറണ്ട് ത്രൂ ഇൻഡക്ടർ കോൺസ്റ്റന്റാണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF അക്രോസ് ഇൻഡക്ടർ അത് -L × di/dt ആണ്. കറണ്ട് കോൺസ്റ്റന്റ് ആകുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF 0 ആണ്. അപ്പോൾ ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF അക്രോസ് ഇൻഡക്ടർ 0 ആണ്. അപ്പോൾ നമുക്ക് EMF ഇല്ലെങ്കിൽ ഇത് ഷോർട്ട് സർക്യൂട്ടിന് തുല്യമല്ലേ. അപ്പോൾ ഈ ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇൻഡക്ടർ 0 ആണ്.
അപ്പോൾ ഇവിടെ സീറോ റെസിസ്റ്റൻസ് വയർ കണക്ട് ചെയ്യുന്നതിന് തുല്യം. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കും അവിടെ സീറോ റെസിസ്റ്റൻസ് വയർ അല്ല, പക്ഷേ അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഇല്ലാത്തത് കൊണ്ട് കറണ്ട് കണ്ടുപിടിക്കുമ്പം ആ ഇൻഡക്ടർ എന്തിന് ഇക്വലൻ്റാണ്? ഒരു ഷോർട്ട് സർക്യൂട്ട് വയറിന് ഇക്വലൻ്റ്. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ടറിനെ എങ്ങനെ ഷോർട്ട് സർക്യൂട്ട് വയർ വെച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്നാ സംഭവിക്കും, ഇതിലൊരു കറണ്ട് ആയി വന്നാൽ കുറച്ച് കറണ്ട് ഇതിലേ പോവും, ബാക്കി കറണ്ട് ഇതിലേ പോവും. കാരണം ഇതൊരു ഷോർട്ട് സർക്യൂട്ട് വയറാണ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫൈനൈറ്റ് വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതിലൂടെയും കറണ്ട് പോവും. പിന്നെ നിങ്ങൾക്ക് സിമ്പിളാണ്, ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. അപ്പോൾ ഈ 4 ഓമിനും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. അപ്പോൾ 4 ഓം പാരലലാണ്. അപ്പോൾ ഇവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 2 ഓം വരും. അറിയാലോ, ഇത് രണ്ടും പാരലൽ 2 ഓം. ആ 2 ഓം ഈ 6 ഓമുമായിട്ട് സീരീസിലാണ്. അപ്പോൾ സെക്കൻഡ് കേസിലെ കറണ്ട് I2 എന്ന് വിചാരിച്ചാൽ അഗൈൻ EMF ഓഫ് ദി സർക്യൂട്ട് ബൈ റെസിസ്റ്റൻസ്, EMF ഇവിടെ 10 വോൾട്ട് ആണ്, റെസിസ്റ്റൻസ് 2 + 6 8 ആണ്. ഇതാണ് I2. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റേഷ്യോ ഓഫ് I1 to I2. അപ്പോൾ I1/I2 ആണ് കണ്ടുപിടിക്കേണ്ടത്. I1 1/10/8, അപ്പോൾ 8/10 0.82 വരും. അപ്പോൾ റേഷ്യോ ഓഫ് ദി കറണ്ട് 0.82 വരും. ഇതാണ് നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇവിടെ EMF 0 ആണ്, പക്ഷേ ഇൻഡക്ടറിൽ കൂടെ കറണ്ട് ഉണ്ട്, അത് I2. ഇവിടെ നമുക്ക് എളുപ്പമുണ്ട്, ഇത് രണ്ടും ഈക്വൽ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് കറണ്ട് ഈക്വലി സ്പ്ലിറ്റ് ചെയ്യും. ഇതിലെ 0.4 ആംപിയർ പാസ് ചെയ്യും, ഇതിലെ 0.4 ആംപിയർ പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇൻഡക്ടറിൽ എനർജി സ്റ്റോർഡ് ഉണ്ട്. എനർജി സ്റ്റോർഡ് ഇൻ ദി ഇൻഡക്ടറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ½LI². അപ്പോൾ ഇവിടെ കറണ്ട് കണ്ടുപിടിക്കുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് വയർ വെച്ച് റീപ്ലേസ് ചെയ്യുക. പിന്നെ ഈ ഇൻഡക്ടറിൽ കൂടെ ഒരു കറണ്ട് ഉള്ളത് കൊണ്ട് എനർജി സ്റ്റോർഡ് ഇൻ ദി ഇൻഡക്ടർ കാണാൻ പറഞ്ഞാൽ ½ LI² എടുക്കാം. നമുക്കറിയാം ഇൻഡക്ടറിൽ കറണ്ട് ഉള്ള സമയത്താണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എനർജി സ്റ്റോർഡ് കാണാൻ ½ LI² എടുക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ജസ്റ്റ് സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പം ഇൻഡക്ടർ ഓപ്പൺ സർക്യൂട്ടിന് ഇക്വലൻ്റ് ആണ്, കറണ്ട് ഇല്ല. പക്ഷേ സ്റ്റഡി സ്റ്റേറ്റിൽ ഇൻഡക്ടർ ഒരു ഷോർട്ട് സർക്യൂട്ട് വയറിന് ഇക്വലൻ്റ് ആണ്. ഇപ്പോൾ രണ്ട് കേസിലും എൻ്റയർലി ഡിഫറെൻറ്റ് ബിഹേവിയർ ആണ് ഇൻഡക്ടർ കാണിക്കുന്നത്, ഓർത്തോ. പക്ഷേ 18ാമത്തെ ചോദ്യം, ദ പീക്ക് വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് EMF E = E0 sin ωt is 10 volt and frequency is 50 Hz. ടൈം T = 1/600 സെക്കൻഡ്. ദി ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ദി EMF. സിമ്പിളാണ്. EMFൻ്റെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, E0 sin ωt. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ കാണാം, വെറുതെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. E0 എത്രയാണ്? 10 വോൾട്ട്. കാരണം പീക്ക് വാല്യൂ എന്ന് പറയുന്നത് E0 ആണ്, അപ്പോൾ അത് 10 വോൾട്ട്. മാക്സിമം വാല്യൂ ഓഫ് EMF ആണ് E0 അല്ലെങ്കിൽ പീക്ക് വാല്യൂ. അപ്പോൾ അതിവിടെ 10 വോൾട്ടും തന്നിട്ടുണ്ട്. ഒമേഗ തന്നിട്ടുണ്ട്, എത്രയാണ്? 2πf. ഒമേഗ 2πf അറിയാലോ, ഫ്രീക്വൻസി എന്നാൽ ഒമേഗ 2πf. അപ്പോൾ 2π × ഫ്രീക്വൻസി 50. പിന്നെ ടൈം തന്നിട്ടുണ്ട് 1/600. അപ്പോൾ 10 × സൈൻ എത്രയാണെന്ന് നോക്കി, ഇവിടെ 0 ക്യാൻസലായി പോയി. അപ്പോൾ ഇവിടെ 30 വരും അല്ലേ. അപ്പോൾ π/6 വരും, ശരിയല്ലേ. അപ്പം സൈൻ π/6 വരും. അപ്പോൾ സൈൻ π/6 എത്രയാണ്? 1/2 അല്ലേ. അപ്പോൾ 1/2 ശരിയല്ലേ. അപ്പോൾ സൈൻ π/6 ആണ്. അപ്പോൾ 1/2 വരുമ്പോൾ 5 വോൾട്ട് വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അവിടെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂൻ്റെ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷനിൽ വെറുതെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ 3 വരും, 5 വോൾട്ട്. മനസ്സിലായല്ലോ? ഇനി അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വോൾട്ടേജ് V = V0 cos ωt is applied across a resistance. The average power dissipated per cycle is. അപ്പോൾ നമുക്കൊരു റെസിസ്റ്റൻസ് എടുത്ത് AC സർക്യൂട്ടിൽ കണക്ട് ചെയ്യും. അപ്പോൾ നമുക്കറിയാമായിരിക്കും ഇവിടെ ആവറേജ് പവർ കൺസ്യൂംഡ് കാണാനുള്ള ഇക്വേഷൻസ് റെസിസ്റ്റൻസ് സർക്യൂട്ട് ആണെങ്കിൽ ഒന്നുകിൽ V_RMS²/R എടുക്കുക, അല്ലെങ്കിൽ I_RMS² × R എടുക്കുക, അല്ലെങ്കിൽ V_RMS × I_RMS എടുക്കുക. ഇതാണ് ഇക്വേഷൻ. V_RMS²/R അല്ലെങ്കിൽ I_RMS² × R അല്ലെങ്കിൽ V_RMS × I_RMS. അതാണ് ആവറേജ് പവറിൻ്റെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് V0 cos ωt പീക്ക് വാല്യൂ V0, RMS വാല്യൂ എത്രയാണ്? V0/√2. അപ്പോൾ VRMS = V0/√2. അപ്പോൾ നമുക്കത് കൊടുത്താൽ ആവറേജ് പവർ
വി ആർ എം എസ് സ്ക്വയർ ബൈ ആർ എടുക്കാം. വി ആർ എം എസ് വി സീറോ ബൈ റൂട്ട് സ്ക്വയർ ചെയ്യുമ്പോൾ വി സീറോ സ്ക്വയർ ബൈ 2 ബൈ റെസിസ്റ്റൻസ് ആർ. അപ്പോൾ വി സീറോ സ്ക്വയർ ബൈ 2 ആർ വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ്, വി സീറോ സ്ക്വയർ ബൈ 2 ആർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് an alternating voltage is given by E1 sin omega t plus E2 cos omega t. The root mean square value of voltage is given by. അപ്പോൾ അത് പെട്ടെന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ ഒന്ന് പറയാമോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടിയോ? അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ജനറലി ഇങ്ങനെയുള്ള സിറ്റുവേഷൻ തരുന്നാൽ ഇവിടെ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ E1 സൈൻ ഒമേഗ ടി പ്ലസ് E2 കോസ് ഒമേഗ ടിയെ നമുക്ക് സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്ന് എടുക്കും. അപ്പോൾ നമുക്ക് രണ്ട് ടേമുകളുടെ സമ്മായിട്ടാണ് ഇ എം എഫ് തന്നിരിക്കുന്നത്. നമ്മൾ ആൻസറൊക്കെ ഓരോ പറഞ്ഞു. ഓക്കെ, ഓപ്ഷൻ 4 വൈഷ്ണവ്. ഓക്കെ, ഓപ്ഷൻ 4 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കറക്റ്റ്. കൊള്ളാം. അപ്പോൾ നമുക്ക് ഇവരുടെ പീക്ക് വാല്യൂസ് E1 ആൻഡ് E2, അവർ നമ്മളെ ഫേസ് റിഫറൻസ് ഫൈ ഈസ് ഇക്വൽ ടു പൈ ബൈ 2. ഇപ്പോൾ ജനറലി നമുക്ക് ഇക്വേഷൻ എടുക്കുമ്പം റിസൾട്ടൻ്റ് വാല്യൂവിൻ്റെ പീക്ക് വാല്യൂ, റിസൾട്ടൻ്റ് വാല്യൂവിൻ്റെ പീക്ക് വാല്യൂവിൻ്റെ ഇക്വേഷൻ root of E1 square plus E2 square plus 2 E1 E2 cos phi എന്ന്. ഇതാണ് പീക്ക് വാല്യൂവിൻ്റെ ഇക്വേഷൻ. റൂട്ട് ഓഫ് E1 സ്ക്വയർ പ്ലസ് E2 സ്ക്വയർ പ്ലസ് 2 E1 E2 cos phi. ഇവിടെ ഫൈ എത്രയാണ്? പൈ ബൈ 2. അപ്പോൾ cos phi എങ്കിൽ 0 ആയി പോകും. അപ്പോൾ പീക്ക് വാല്യൂ E0 ഈസ് റൂട്ട് ഓഫ് E1 സ്ക്വയർ പ്ലസ് E2 സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആർ എം എസ് വാല്യൂ, അത് E0 ബൈ റൂട്ട് 2. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് E1 സ്ക്വയർ പ്ലസ് E2 സ്ക്വയർ ബൈ 2. ഇപ്പോൾ ഈ 2 റൂട്ടിനകത്തോട്ട് എടുക്കാം, അപ്പോൾ 2 തന്നെ വരും. അപ്പോൾ റൂട്ട് ഓഫ് E1 സ്ക്വയർ പ്ലസ് E2 സ്ക്വയർ ബൈ 2. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റാണ്, ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. അത് 21st ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുകയും, ദി ഇക്വേഷൻ ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് ഈസ് ഗിവൺ ആൻഡ് ദി ഇക്വേഷൻ ഓഫ് കറണ്ട് ഈസ് ഗിവൺ, ദെൻ ദി ഇംപെഡൻസ് ഓഫ് ദി സർക്യൂട്ട് ഈസ്. നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷൻ ഉണ്ട്, വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഉണ്ട്, ഇംപെഡൻസ് കണ്ടുപിടിക്കണം. നോക്കുകയും, ഇംപെഡൻസിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇവിടെ കറണ്ടിൻ്റെ പീക്ക് വാല്യൂ ഉണ്ട്, വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ ഉണ്ട്. അപ്പോൾ ഇംപെഡൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം E0 ബൈ I0 എടുത്താൽ മതി. അതാണ് ഇംപെഡൻസിൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ എടുക്കുമ്പം ഇംപെഡൻസ് ഈസ് ഈക്വൽ ടു പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ബൈ പീക്ക് വാല്യൂ ഓഫ് കറണ്ട്, അല്ലെങ്കിൽ ആർ എം എസ് വാല്യൂ വോൾട്ടേജ് ബൈ ആർ എം എസ് വാല്യൂ ഓഫ് കറണ്ട്. നമുക്കിവിടെ പീക്ക് വാല്യൂ അറിയാം, അപ്പോൾ അത് ഡയറക്റ്റ് എടുത്താൽ മതി. അപ്പോൾ 220 ബൈ 10 22 ആകുമ്പോൾ ഇപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ ഇംപെഡൻസിൻ്റെ ഐഡിയ ഓർത്തിരുന്നോണം. വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ ബൈ കറണ്ടിൻ്റെ പീക്ക് വാല്യൂ, അല്ലെങ്കിൽ ആർ എം എസ് വാല്യൂ വോൾട്ടേജ് ബൈ ആർ എം എസ് വാല്യൂ ഓഫ് കറണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ദി കറണ്ട് ത്രൂ ആൻ ഇൻഡക്ടർ ഓഫ് ഇൻഡക്റ്റൻസ് സെൽ ഈസ് ഗിവൺ ബൈ I0 സൈൻ ഒമേഗ ടി വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒന്ന് പറയാമോ? കറണ്ടിൻ്റെ ഇക്വേഷൻ ഉണ്ട്, വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടറിൻ്റെ ഇക്വേഷൻ പറയാമോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇംപെഡൻസ് കണ്ടുപിടിക്കുമ്പോൾ അവിടെ ഫേസ് റിഫറൻസിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇംപെഡൻസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് Z ഈസ് ഈക്വൽ ടു V0 ബൈ I0 അല്ലെങ്കിൽ VRMS ബൈ IRMS എന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ ഫേസ് റിഫറൻസ് നോക്കേണ്ട ആവശ്യമില്ല, ഇംപെഡൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് മാത്രം. നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് കറണ്ട് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഫേസ് റിഫറൻസ് നോക്കിയിട്ട് വേണം ഇക്വേഷൻ എഴുതാൻ. പിന്നെ ഒന്നിലധികം ആൾക്കാർ സീരീസ് കോമ്പിനേഷനിലൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ റിസൾട്ടൻ്റ് വോൾട്ടേജ് കാണുമ്പോൾ ഫേസ് റിഫറൻസ് നോക്കണം. അപ്പോൾ ഇംപെഡൻസ് കാണുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ അവിടെ ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ പറഞ്ഞതുപോലെ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ഓപ്ഷൻ 2 വരും. കാരണം എന്തുവാ, ഇവിടെ നമ്മൾ തൊട്ട് മുമ്പത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ V0 കാണാൻ വേണ്ടിയിട്ട് I0 ഇൻറ്റു XL എടുക്കണം. ഇൻഡക്ടർ AC സർക്യൂട്ടിൽ കണക്ട് ചെയ്താൽ അതിന് ക്രോസ് ആയിട്ടുള്ള പീക്ക് വാല്യൂ കാണാൻ കറണ്ടിൻ്റെ പീക്ക് വാല്യൂ ഇൻറ്റു ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, RMS വാല്യൂ കാണാൻ IRMS ഇൻറ്റു ഇൻഡക്റ്റീവ് റിയാക്ടൻസ്.
I0 ഇൻറ്റു എക്സൽ എത്രയാ എൽ ഒമേഗ. ഇതാണ് പീക്ക് വാല്യൂ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ. അപ്പം ഇത് തെറ്റാണ്, ഇത് രണ്ടും പോസിബിലിറ്റി ഉണ്ട്. പിന്നെ നമുക്കറിയാം in an inductor current and voltage has a phase reference of pi by 2 and current lags behind the voltage by a phase of pi by 2 or voltage leads current by a phase of pi by 2. അപ്പോൾ ഇവിടെ കറണ്ടിൻ്റെ ഫേസ് ഒമേഗ ടി ആണെങ്കിൽ വോൾട്ടേജിൻ്റെ ഫേസ് അതിലും പൈ ബൈ 2 കൂടുതലായിരിക്കണം. അപ്പോൾ ലീഡ്സ് ബൈ പൈ ബൈ 2 വരും. അപ്പോൾ I0 ഒമേഗ എൽ സൈൻ ഒമേഗ ടി പൈ ബൈ 2. അപ്പോൾ V0 I0 എൽ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 വരും. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 വരും. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ ഫേസ് റിഫറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റെസിസ്റ്റൻസിൽ കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലാണ്. കപ്പാസിറ്ററിൽ വോൾട്ടേജ് ലാഗ്സ് ബൈ ദി കറണ്ട് ബൈ എ ഫേസ് ഓഫ് പൈ ബൈ 2. ഇൻഡക്ടറിൽ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദി വോൾട്ടേജ് ബൈ എ ഫേസ് ഓഫ് പൈ ബൈ 2. അതാണ് ജനറലി ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ കോയിൽ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് 1/π ഹെൻറി ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് 300 ഓം റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്കൊരു LR സർക്യൂട്ടാണ്, സീരീസ് LR സർക്യൂട്ട്. A voltage of 200 volt at a frequency 200 Hz is applied to this combination. The phase reference between voltage and the current is. അപ്പോൾ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ടത് AC ക്വസ്റ്റ്യൻ ചെയ്യുമ്പം വെറുതെ ഒരു 200 വോൾട്ട് അല്ലെങ്കിൽ കറണ്ട് ഒരു 2 ആംപിയർ എന്നൊക്കെ തന്നു. അപ്പോൾ അത് RMS വാല്യൂ ആയിരിക്കും. ഇൻ AC വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ യൂഷ്വലി സ്പെസിഫൈഡ് ബൈ ദർ RMS വാല്യൂസ്. വെറുതെ പറഞ്ഞാൽ നമ്മൾ RMS വാല്യൂ എടുക്കാവുള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചോ. അപ്പോൾ നമുക്കിവിടെ ആവശ്യമില്ലെന്നാലും നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ഫേസ് റിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇവിടെ ഫേസ് റിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഫൈ ആണെങ്കിൽ ടാൻ ഫൈ ഈസ് ഇക്വൽ ടു XL/R ആണ്. LR സർക്യൂട്ടിൽ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് റിഫറൻസിൻ്റെ ഇക്വേഷൻ ടാൻ ഫൈ ഈസ് ഇക്വൽ ടു XL/R. എക്സലിൻ്റെ ഇക്വേഷൻ എന്തുവാ? L ഒമേഗ. L ഒമേഗ ബൈ R. L എത്രയാ? 1/π. ഒമേഗ 2πf. ഫ്രീക്വൻസി 200 Hz ആണ്. അപ്പോൾ 2π ഇൻറ്റു ഫ്രീക്വൻസി 200. റെസിസ്റ്റൻസ് എത്രയാ? 300. ശരിയല്ലേ? അപ്പോൾ ഇവിടെ പൈ ക്യാൻസലായിപ്പോയി, 100 ക്യാൻസലായിപ്പോയി, 4/3 വരും. അപ്പോൾ ടാൻ ഫൈ ഈസ് ഇക്വൽ ടു 4/3. അപ്പോൾ ഇതാണ് നമുക്ക് ആൻസർ വരുന്നത്. കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് റിഫറൻസ് ടാൻ ഫൈ ഈസ് ഇക്വൽ ടു 4/3. സോ ഫൈ ഈസ് ഇക്വൽ ടു ടാൻ ഇൻവേഴ്സ് 4/3. ഇനി അടുത്ത RC സർക്യൂട്ട് ആണെങ്കിൽ എന്ത് വരും? ഫേസ് റിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് ടാൻ ഫൈ ഈസ് ഇക്വൽ ടു XC/R വരും. അപ്പോൾ ഇതാണ് RC സർക്യൂട്ടിലെ പ്രത്യേകത. പിന്നെ LC സർക്യൂട്ട് ഇൻഡക്ടറും കപ്പാസിറ്ററും സീരീസ് ആണെങ്കിൽ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരുടെ വോൾട്ടേജുകൾ തമ്മിലുള്ള ഫേസ് റിഫറൻസ് എത്രയാണ് വരുന്നത്? വോൾട്ടേജ് തമ്മിലുള്ള ഫേസ് റിഫറൻസ് π/2 ആണ് വരുന്നത്. കറണ്ടും വോൾട്ടേജ് തമ്മിലുള്ള ഫേസ് പൈ ആണ് കേട്ടോ. ഇൻഡക്ടറും കപ്പാസിറ്ററും 180 ഡിഗ്രി ഫേസ് റിഫറൻസ് ആണ് അവരുടെ വോൾട്ടേജുകൾ തമ്മിൽ. ഒരാൾ കറണ്ടിൽ നിന്ന് π/2 ലീഡ് ചെയ്യും, അടുത്തയാൾ π/2 ലാഗ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് റിഫറൻസ് π/2 വരത്തുള്ളൂ. എല്ലും സിയും സീരീസ് കോമ്പിനേഷൻ എടുത്താൽ കറണ്ട് വോൾട്ടേജ് തമ്മിലുള്ള ഫേസ് റിഫറൻസ് π/2 വരത്തുള്ളൂ. ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. 24ാമത്തെ ചോദ്യം. ഇൻ ആൻ AC സർക്യൂട്ട് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് EMF ആൻഡ് കറണ്ട് ആർ ഗിവൺ, ദെൻ ആവറേജ് പവർ കൺസ്യൂംഡ് ഇൻ വാട്ട് ഈസ്. നമ്മൾ AC സർക്യൂട്ടിൽ ആവറേജ് പവറിൻ്റെ ഇക്വേഷൻ ജനറലി ഓർത്ത് വെക്കണം. നമ്മൾ നേരത്തെ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളെങ്കിൽ ആവറേജ് പവർ VRMS²/R ഓർ VRMS ഇൻറ്റു IRMS എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ AC സർക്യൂട്ടിലെ ആവറേജ് പവറിൻ്റെ ഇക്വേഷൻ ജനറലി VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ എന്ന്. ഫൈ എന്ന് പറയുന്ന ഫേസ് റിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ്. കോസ് ഫൈ ഈസ് കോൾഡ് പവർ ഫാക്ടർ ഓഫ് ദി സർക്യൂട്ട്. ദെൻ P ആവറേജസ് VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ. നമുക്ക് IRMSൻ്റെ ഒക്കെ ഇക്വേഷൻ എടുക്കുവാണെങ്കിൽ ഇമ്പിഡൻസ് വന്നാൽ VRMS/Z എന്നാണ്. കോസ് ഫൈ ഈസ് ഇക്വൽ ടു R/Z എന്നാണ്. അപ്പോൾ അതിവിടെ കൊടുക്കുവാണെങ്കിൽ P ആവറേജ് ഈസ് ഇക്വൽ ടു VRMS ഇൻറ്റു IRMSന് VRMS/Z. അപ്പം IRMSന് VRMS/Z വരും. അപ്പോൾ VRMS²/Z കോസ് ഫൈ R/Z. അപ്പോൾ R/Z². അപ്പോൾ VRMS² ഇൻറ്റു R/Z² വരും. VRMS/Z എന്തുവാ? IRMS ആണ്. അപ്പോൾ P ആവറേജ് എന്ന് പറയുന്നത് IRMS² ഇൻറ്റു R എന്ന് വരും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇക്വേഷൻ.
അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് എന്നൊന്നും എഴുതി വെക്കരുത്. വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു കോസ് ഫൈ ആണ് ജനറൽ ഇക്വേഷൻ. കോസ് ഫൈ പവർ ഫാക്ടർ എന്ന് വിളിക്കുക. അതൊക്കെ ശ്രദ്ധിച്ചോണം. അപ്പം നമുക്കിവിടെ നോക്കിയേ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് പവർ കൺസ്യൂംഡ് ആണ്. ഒന്നുകിൽ നമുക്ക് അവസാനത്തെ ഇക്വേഷൻ എടുത്താൽ ഐ ആർ എം എസ് സ്ക്വയർ ഇൻറ്റു ആറ്. നമുക്കിവിടെ സൈൻ 314t പ്ലസ് പൈ ബൈ 3 എന്നാണ്. ഇവിടെ 1 ഇൻറ്റു സൈൻ ടൈം പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ പീക്ക് വാല്യൂ, കറണ്ടിൻ്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് ഐ ആർ എം എസ് എന്ന് പറയുന്നത് I0/√2 ആണല്ലോ. അപ്പോൾ I0 സ്ക്വയർ ബൈ 2 ഇൻറ്റു റെസിസ്റ്റൻസ് വരും. I0 1/2 ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കിയാൽ 200. റെസിസ്റ്റൻസ് നമുക്ക് റെസിസ്റ്റൻസ് തന്നിട്ടില്ല, അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോറി, നമുക്ക് റെസിസ്റ്റൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ എടുത്താൽ മതി? നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ എടുത്താൽ മതി. വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു കോസ് വൈ. വി ആർ എം എസ് V0/√2 ആണ്. ഐ ആർ എം എസ് I0/√2 ആണ്. ഇവിടെ 1/√2 ഇൻറ്റു 1/√2 2 വരും ഇൻറ്റു കോസ് ഫൈ. V0 എത്രയാണെന്ന് നോക്കിയാൽ V0 നമുക്ക് 200. അപ്ലൈഡ് വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ 200 ആണ്. അപ്പോൾ 200 ഇൻറ്റു I0 1 ആണ് /2 ഇൻറ്റു കോസ് ഫൈ എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, വോൾട്ടേജിൻ്റെ ഫേസ് 314Tയും ഇവിടെ 314T പ്ലസ് പൈ ബൈ 3. അപ്പോൾ ഫേസ് റിഫറൻസ് പൈ ബൈ 3 ആണ്. അപ്പോൾ കോസ് പൈ ബൈ 3 വരും. കോസ് പൈ ബൈ 3 എത്രയാണ്? 1/2 അല്ലേ? അപ്പോൾ ഇൻറ്റു 1/2. അപ്പോൾ 100/2 50 വരും. അപ്പോൾ ആവറേജ് പവർ കൺസ്യൂംഡ് 50 വരും. അപ്പോൾ വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു കോസ് ഫൈ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ആവറേജ് പവർ കണ്ടുപിടിക്കാം. 25ാമത്തെ ചോദ്യം. അപ്പോൾ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ആൻ എ സി വോൾട്ടേജ് ഫ്രം 230 volt to 2300 volt. So number of turns in the secondary coil is 1000. The number of turns in the primary coil will be. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഐഡിയൽ കേസിൽ ട്രാൻസ്ഫോമർ എടുക്കുകയാണെങ്കിൽ വോൾട്ടേജ് ഇൻ പ്രൈമറി സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസിൻ്റെ റേഷ്യോ എല്ലാവർക്കും ഫെമിലിയർ ആണ്. VS/VP is equal to number of turns in secondary by number of turns in primary. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. VS/VP is equal to NS/NB. നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. അത് 230 നിന്ന് 2300 വോൾട്ടേജ് കൂട്ടി. അപ്പോൾ ഇൻപുട്ടിലെ വോൾട്ടേജ് അല്ലെങ്കിൽ പ്രൈമറി വോൾട്ടേജ് 230യും സെക്കൻഡറി വോൾട്ടേജ് 2300 ശരിയല്ലേ? അപ്പോൾ നമുക്ക് VS എന്ന് പറയുന്നത് 2300, VP എന്ന് പറയുന്നത് 230 ശരിയല്ലേ? നമ്പർ ഓഫ് ടേൺസിൻ്റെ സെക്കൻഡറി കോയിൽ 1000 തന്നിട്ടുണ്ട്. അപ്പോൾ NS 1000 ആണ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ആണ് കണ്ടുപിടിക്കുന്നത്. ശരിയാണല്ലോ? അപ്പോൾ നമുക്കിവിടെ 2 സീറോസ് ക്യാൻസൽ ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഇത് ആദ്യം നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ? ഇത് ക്യാൻസൽ ചെയ്താൽ എത്ര കിട്ടും? 10 വരും. അപ്പോൾ NPSകൾ എത്ര വരും? 1000/10 100 വരും. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി 100 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ VS/VPയുടെ റേഷ്യോ എടുക്കുമ്പം 10 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി സെക്കൻഡറിയുടെ റേഷ്യോ 10 ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 100 എന്ന് മനസ്സിലാക്കാവുന്നില്ല. വോൾട്ടേജ് അക്രോസ് സെക്കൻഡറി കൂടുതലാണ്, അപ്പോൾ നമ്പർ ഓഫ് പ്രൈമറി കുറവാണ്. അപ്പോൾ NS/10 ആയിരിക്കും NP എന്ന് ഡയറക്റ്റ് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പം ക്വസ്റ്റ്യൻ ചെയ്യുമ്പം എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാം. നമുക്ക് അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഇപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്, 220 വോൾട്ടാണ്. എക്സ്റ്റേണൽ കറണ്ട്, സർക്യൂട്ടിലെ കറണ്ട് 2 ആംപിയർ തന്നിട്ടുണ്ട്. എഫിഷ്യൻസി 100%. അപ്പോൾ ഐഡിയൽ ട്രാൻസ്ഫോമറാണ്. സെക്കൻഡറി വോൾട്ടേജ്, പ്രൈമറി കറണ്ട്, പവർ ഡെലിവേർഡ് റെസ്പെക്റ്റീവ്ലി കണ്ടുപിടിക്കണം. നോക്കിക്കേ, നമ്മൾ നോട്ട് അവിടെ ആ ക്ലാസ്സിന് ശേഷം സെൻഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സെൻഡ് ചെയ്യുമായിരിക്കും, ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺ 220 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഏതാ? ഇത് പ്രൈമറി വോൾട്ടേജ് ആണ് തന്നിരിക്കുന്നത്, ഇൻപുട്ട് വോൾട്ടേജ്. ഗീവ്സ് 2 ആംപിയർ കറണ്ട് ടു ആൻ എക്സ്റ്റേണൽ റെസിസ്റ്റർ. അപ്പോൾ എക്സ്റ്റേണൽ റെസിസ്റ്ററിലെ കറണ്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലെ കറണ്ട് ആണല്ലോ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. സെക്കൻഡറി കറണ്ട് തന്നിട്ടുണ്ട്.
ടേൺ റേഷ്യോ ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇപ്പോൾ പ്രൈമറിയുടെ നമ്പർ ഓഫ് ടേൺസ് ബൈ സെക്കൻഡറിയുടെ നമ്പർ ഓഫ് ടേൺസ് 2/25 എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ സെക്കൻഡറി വോൾട്ടേജ്, പ്രൈമറി കറണ്ട് ആൻഡ് പവർ. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. നമ്മൾ NP/NS = VP/VS. അപ്പോൾ VS = 25/2 ഇൻറ്റു പ്രൈമറി വോൾട്ടേജ് 220. അപ്പോൾ അത് എടുത്താൽ എത്ര കിട്ടുമായിരിക്കും? 2750 വോൾട്ട് കിട്ടും. അപ്പോൾ എല്ലാത്തിനും 2750 വോൾട്ടാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെന്നില്ലായിരുന്നു. anyway 2750 വോൾട്ട് കിട്ടും. അടുത്ത തന്നെ കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡറി വോൾട്ടേജ്, പ്രൈമറി കറണ്ട് ആണ് പവർ. അപ്പോൾ പവർ ഡെലിവേർഡ് കണ്ടുപിടിക്കണം. പവർ കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഔട്ട്പുട്ടിലെ പവർ ഇൻ സെക്കൻഡറി VS × IS. അപ്പോൾ പവർ ഇൻ സെക്കൻഡറി = VS × IS. ശരിയല്ലേ? VS എത്രയാണ്? 2750. കറണ്ട് ഇൻ സെക്കൻഡറി 2 ആണ്. അപ്പോൾ 5550 വരും അല്ലേ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആയിരിക്കും. കാരണം പ്രൈമറി സെക്കൻഡറി വോൾട്ടേജ് 2750, അപ്പോൾ അത് 5500 വാട്ടാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആയിരിക്കും. ഇനി അടുത്ത് തന്നെ കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ഇൻ പ്രൈമറി കണ്ടുപിടിക്കണം. കറണ്ട് ഇൻ പ്രൈമറി കാണുമ്പം എഫിഷ്യൻസി 100% ആണ്. അപ്പോൾ പ്രൈമറിയിലും സെക്കൻഡറിയിലും പവർ സെയിം ആയിരിക്കും. പവർ ഇൻ പ്രൈമറി = പവർ ഇൻ സെക്കൻഡറി. അപ്പോൾ VP × IP = പവർ ഇൻ സെക്കൻഡറി. VP എത്രയാണ്? 220. കറണ്ട് പ്രൈമറിയിൽ കണ്ടുപിടിക്കണം. പവർ ഇൻ സെക്കൻഡറി എത്രയാണ്? 5500. അപ്പോൾ അത് വെച്ചിട്ട് കറണ്ട് ഇൻ പ്രൈമറി കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ടേൺസിൻ്റെ റേഷ്യോ എടുത്താലും മതി കേട്ടോ. ഐഡിയൽ ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് കറണ്ടിൻ്റെ റിലേഷൻ എടുക്കുമ്പം NS/NP = IP/IS എന്ന് എടുക്കും. അപ്പം നമ്പർ ഓഫ് ടേൺസിൻ്റെ റേഷ്യോ ഇൻവേഴ്സ് റേഷ്യോ ഓഫ് കറണ്ട് ആണ്. അങ്ങനെ വേണമെങ്കിലും IP കണ്ടുപിടിക്കാം. NS/NP = IP/IS. പിന്നെ നമ്മളിവിടുന്ന് വ്യത്യാസം വരുത്തിയ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഐഡിയൽ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ എഫിഷ്യൻസി 100% വരത്തില്ല. അപ്പോൾ നമ്മൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്തുവാ? ഔട്ട്പുട്ട് പവർ, ദാറ്റ് ഈസ് പവർ ഇൻ സെക്കൻഡറി ബൈ പവർ ഇൻ പ്രൈമറി. അപ്പോൾ പവർ ഇൻ സെക്കൻഡറി VS × IS ബൈ പവർ ഇൻ പ്രൈമറി VP × IP. ഇതാണ് നമുക്ക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. അപ്പോൾ അഥവാ 100% എഫിഷ്യൻസിക്ക് പകരം എഫിഷ്യൻസി വല്ലോ തരുവാണെങ്കിൽ പവറുകളുടെ തമ്മിലുള്ള റിലേഷൻ അത് വെച്ചിട്ട് ചെയ്യണം. മനസ്സിലായല്ലോ? പക്ഷേ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻ്റ് ഓൺ എ പ്ലെയിൻ മിറർ അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30° എന്നാണ് കേട്ടോ. 300 അല്ല, ഇപ്പോൾ 30°. ദ ഡീവിയേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദി മിറർ ഈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആൻസർ പെട്ടെന്നൊന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ ആ റേ ഡയഗ്രാം വരയ്ക്കുന്ന സമയം കൊണ്ട് ഇപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. സിമ്പിളാണ്. നമുക്കൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30°. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 30°. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷനും റിഫ്ലക്റ്റഡ് റേയുടെ ഡയറക്ഷനും തമ്മിൽ ആംഗിളാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പം ഇൻസിഡൻറ്റ് റേ ഇങ്ങോട്ട് വരുന്നു, അവിടുന്ന് അത് ഇങ്ങോട്ട് ബെൻഡ് ചെയ്ത് പോയി. അപ്പോൾ ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, അവിടുന്ന് റിഫ്ലക്റ്റഡ് റേയിലേക്കുള്ള ആംഗിളാണ് ഡീവിയേഷൻ, അത് D എന്നെടുക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇൻസിഡൻറ്റ് റേ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, അവിടുന്ന് റിഫ്ലക്റ്റഡ് റേയുടെ ഡയറക്ഷനിലേക്കുള്ള ഡീവിയേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു മാർഗ്ഗം നമുക്കറിയാം, ഇത് 30 ആണെങ്കിൽ ഇത് എത്രയാണ്? 60 ആണ്. അപ്പോൾ ഇത് 30 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? 60 ആണ്. ഇനി ഇത് 60 ആണെങ്കിൽ ഇത് 60° വരും. അപ്പോൾ ഡീവിയേഷൻ എത്രയാണ്? 60 + 60 120°. അപ്പോൾ ഡയഗ്രത്തിൽ നിന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഡീവിയേഷൻ D = 180° - 2i. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ആണെങ്കിൽ പ്ലെയിൻ മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡീവിയേഷൻ 180 - 2i. അപ്പോൾ 180 - 2 × 30, 180 - 60 120°. അങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഗ്ലാൻസിങ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60, അപ്പോൾ അതിൻ്റെ ട്വൈസ് ആയിരിക്കും ഡീവിയേഷൻ. അങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഗ്ലാൻസിങ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60, അതിൻ്റെ ട്വൈസ് എടുത്താൽ 120° കിട്ടും. അടുത്ത ഒബ്ജക്റ്റ് മൂവ്സ് വിത്ത് 5 m/s ടുവേർഡ്സ് റൈറ്റ് വൈൽ ദി പ്ലെയിൻ മിറർ. നമുക്കിവിടെ മിറർ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, പ്ലെയിൻ മിറർ ആണ്. പ്ലെയിൻ മിറർ മൂവ്സ് വിത്ത് 1 m/s ടുവേർഡ്സ് ലെഫ്റ്റ്, ഫൈൻഡ് ദി വെലോസിറ്റി ഓഫ് ഇമേജ്. നമുക്കൊരു പ്ലെയിൻ മിറർ എടുക്കാം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്തു.
ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് റൈറ്റ് വിത്ത് 5 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പോൾ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി റൈറ്റ് സൈഡിലേക്ക് എടുക്കും. ഇപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ്. മിററിൻ്റെ വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ് ഓപ്പോസിറ്റ് ആണ്. മിററിൻ്റെ വെലോസിറ്റി VM എന്നെടുക്കാം. അപ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇമേജിൻ്റെ വെലോസിറ്റി കാണണം. നമ്മൾ ചെയ്യാനുള്ള ഒരു മാർഗ്ഗം നമുക്കറിയാം. ഒബ്ജക്റ്റ് മിററിന് അടുത്തേക്ക് 5 മീറ്റർ പെർ സെക്കൻഡ് വന്നാൽ ഇമേജും സെയിം സ്പീഡിൽ മിററിന് അടുത്തേക്ക് വരും എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റ് മിററിന് അടുത്തേക്ക് എത്ര വെലോസിറ്റിയിൽ വരുന്നു അതേ വെലോസിറ്റിയിൽ ഇമേജ് മിററിന് അടുത്തേക്ക് വരും. അപ്പോൾ ഞാൻ ഒബ്ജക്റ്റിൻ്റെ മാത്രം വെലോസിറ്റി എടുത്താൽ ഇമേജ് മിററിന് അടുത്തേക്ക് അതേ വെലോസിറ്റിയിൽ വരും 5 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത മിററിൻ്റെ വെലോസിറ്റി എടുത്ത് നമ്മൾ പഠിച്ചിരിക്കുന്നത് മിററിൻ്റെ വെലോസിറ്റി എത്രയാണോ അതിൻ്റെ ട്വൈസ് ആയിരിക്കും ഇമേജിൻ്റെ വെലോസിറ്റി എന്ന ഡയറക്ഷൻ സെയിം തന്നെയാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വന്നാൽ മിറർ ഇങ്ങോട്ട് വന്നാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കുറയും, ഇമേജ് ഡിസ്റ്റൻസ് കുറയും, രണ്ടുപേരുടെ വെലോസിറ്റി ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ മിററിൻ്റെ വെലോസിറ്റിയുടെ ട്വൈസ് ആണ് ഇമേജിന് കിട്ടുന്നത്. അത് മിററിൻ്റെ വെലോസിറ്റിയുടെ സെയിം ഡയറക്ഷനിലാണ്. അത് ഈ 5ൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യപ്പെടും. 5 + 2 7 മീറ്റർ പെർ സെക്കൻഡ് ടുവേർഡ്സ് ലെഫ്റ്റ് വരും. അപ്പോൾ ഇത്രയുള്ളൂ. ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടുവേർഡ്സ് റൈറ്റ് ആണെങ്കിൽ അതുമൂലം ഇമേജിൻ്റെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. മിററിൻ്റെ വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണെങ്കിൽ ഇമേജിൻ്റെ വെലോസിറ്റി അതിൻ്റെ ട്വൈസ് സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ 5ഉം 2ഉം സെയിം ഡയറക്ഷനിലാണ് ടുവേർഡ്സ് ലെഫ്റ്റ്. രണ്ടും കൂടെ ആഡ് ചെയ്യപ്പെടും. അപ്പോൾ 5 + 2 7 മീറ്റർ പെർ സെക്കൻഡ് ടുവേർഡ്സ് ലെഫ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 വരും. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ദി വേവ് ലെങ്ത് ഓഫ് മോണോക്രോമാറ്റിക് ബ്ലൂ ലൈറ്റ് ഇൻ എയർ ഈസ് 420 നാനോമീറ്റർ. വാട്ട് വിൽ ബി ഇറ്റ്സ് വേവ് ലെങ്ത് ഇൻ വാട്ടർ? മ്യൂ ഓഫ് വാട്ടർ, മ്യൂ റിഫ്രാക്റ്റൻസ് ആണ്, അത് 4/3. അപ്പോൾ അതിൻ്റെ ഉത്തരം പറയാമോ? അപ്പോൾ അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ, ഡയറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്കറിയാം ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് പോയാൽ അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി റിമൈൻസ് സെയിം ആണ്. പക്ഷേ വേവ് ലെങ്ത് വെലോസിറ്റി വ്യത്യാസം വരും. അപ്പോൾ ജനറലി നമ്മൾ ഇക്വേഷൻ പഠിച്ചിരിക്കുന്നത് ഇപ്പോൾ രണ്ട് മീഡിയങ്ങളുടെ ഇക്വേഷൻ എടുക്കുമ്പോൾ വേവ് ലെങ്ത് ഇൻ മീഡിയം ഡിവൈഡഡ് ബൈ ഇപ്പോൾ വേവ് ലെങ്ത് ഇൻ എയർ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റൻസ് ഓഫ് എയർ ബൈ റിഫ്രാക്റ്റൻസ് ഓഫ് മീഡിയം. ഇപ്പോൾ രണ്ടും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ എയറിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് 1 ആണ്, മീഡിയത്തിൻ്റെ മ്യൂ ആണ്. അപ്പോൾ ഇവിടെ 1/μ വരും. സോ ലാംഡ മീഡിയം ഈസ് ഈക്വൽ ടു ലാംഡ എയർ ബൈ മ്യൂ. അപ്പോൾ നിങ്ങൾ ആൻസർ ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓപ്ഷൻ 3 എന്നൊക്കെ പറയുന്നുണ്ട്, കൊള്ളാം. എയറിലെ വേവ് ലെങ്ത് എത്രയാണ്? 420. റിഫ്രാക്റ്റൻസ് എത്രയാണ്? 4/3. അപ്പോൾ 420 × 3/4. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റ് പഠിച്ചിട്ടുണ്ടോ? V = c/m. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം c ആണെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം V = c/n. അപ്പോൾ നമുക്ക് രണ്ട് മീഡിയങ്ങളുടെ വെലോസിറ്റിയുടെ റേഷ്യോ v1/v2 എടുത്താൽ n2/n1 ആണ്. ഇത് നമുക്കറിയാം വെലോസിറ്റി ന്യൂ ലാംഡ എന്നാണ് ഇക്വേഷൻ. ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് ലൈറ്റ് പോയാൽ ഫ്രീക്വൻസി സെയിം ആണ്, വേവ് ലെങ്ത് മാറും. അപ്പം v പ്രപ്പോർഷണൽ ടു ലാംഡ എന്ന് എഴുതാം. ഫ്രീക്വൻസി മാറുന്നില്ല, വേവ് ലെങ്ത് മാറും, v പ്രപ്പോർഷണൽ ലാംഡ. സോ v1/v2 ഈസ് ഈക്വൽ ടു ലാംഡ 1/λ2. ഇവിടുന്ന് v1/v2 n2/n1 ആണ്. ഇതാണ് ഇക്വേഷൻ. സോ v1/v2 ഈസ് ഈക്വൽ ടു ലാംഡ 1/λ2 ഈസ് ഈക്വൽ ടു n2/n1. മനസ്സിലായല്ലോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റൻ, ലൈറ്റ് ട്രാവൽസ് ഫ്രം ഗ്ലാസ് ടു വാട്ടർ. Refractance of glass and water are 3/2 and 4/3 respectively. The value of critical angle will be. ഇപ്പോൾ നമുക്കറിയാവുന്ന സിറ്റുവേഷൻ തന്നെയാണ്. ഇപ്പം ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലേക്ക് ലൈറ്റ് പോകുന്നു. അപ്പം ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം ഗ്ലാസ് ടു വാട്ടർ, ദാറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം ഡെൻസർ ടു റെയർ മീഡിയം. അപ്പോൾ ലൈറ്റ് ഇൻ്റർഫേസിൽ കൂടെ റിഫ്രാക്ഷൻ നടന്നാൽ ആ സമയത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ക്രിട്ടിക്കൽ ആംഗിൾ, എല്ലാവർക്കും അറിയാവുന്ന. ഇവിടെ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റൻസ് NG, വാട്ടറിൻ്റെ NW. അപ്പോൾ സ്നെൽസ് ലോ എടുത്താൽ ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റൻസ് NG ഇൻറ്റു സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അത് ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റൻസ് NW ഇൻറ്റു സൈൻ 90.
N1 sin I is N2 sin R നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം NG ഇൻറ്റു സൈൻ സി ഇസ് ഇക്വൽ ടു NW ഇൻറ്റു സൈൻ ആർ. സൈൻ ആർ സൈൻ 91 ആണ്. അപ്പോൾ സൈൻ സി ഇസ് ഇക്വൽ ടു NW ബൈ NG. അത് നിങ്ങൾ ജനറലി പഠിച്ചിട്ടുണ്ട്. സൈൻ സി ഇസ് ഇക്വൽ ടു റിഫ്രാക്റ്റൻസ് ഓഫ് റെയർ മീഡിയം ബൈ ഡെൻസർ മീഡിയം. NW വാട്ടറിൻ്റെ റിഫ്രാക്റ്റൻസ് എത്രയാണ്? 4/3 ഡിവൈഡഡ് ബൈ 3/2. അപ്പോൾ 8/9. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് 8/9 വരും. ആൻസർ ഓപ്ഷൻ 3 ആണ്. നമ്മൾ ഈ ഓപ്ഷൻ 2 ഒക്കെ പൊട്ടത്തെറ്റാണ് അല്ലേ? കാരണം എന്തുവാ, 9/8 ഒരിക്കലും വരുമല്ല. സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ 1 ആണ്. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് 9/8 ഒന്നും ഒരു കാലത്തും ആൻസർ വരുമല്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കളയാം. പിന്നെ ഇവിടെ റിഫ്രാക്റ്റൻസിൻ്റെ റേഷ്യോ ഈക്വലാണ് സൈൻ സി എന്നൊക്കെ നമുക്കറിയാം. അത് വെച്ചിട്ട് ഓപ്ഷൻ നോക്കിയിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ the figure shows graph of deviation versus angle of incidence for a light ray striking a prism. Angle of prism is. അപ്പോൾ നമുക്കിവിടെ 15 ഡിഗ്രി 16 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസിഡൻസുകളിൽ ഡീവിയേഷൻ 30 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കറിയാം 50 ഡിഗ്രിയിൽ ആംഗിൾ ഓഫ് പ്രിസം ആണ് കണ്ടുപിടിക്കുന്നത്. സോറി, ആംഗിൾ ഓഫ് പ്രിസം കണ്ടുപിടിക്കണം. സിമ്പിൾ. അപ്പോൾ നമുക്കറിയാം ഡീവിയേഷൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡീവിയേഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു I പ്ലസ് ഇ മൈനസ് എ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ, ആംഗിൾ ഓഫ് എമർജൻസി. അപ്പോൾ ഡീവിയേഷൻ I പ്ലസ് ഇ മൈനസ് എ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ I1 എന്ന് പറഞ്ഞ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ I2 എന്ന് പറഞ്ഞ ആംഗിൾ ഓഫ് ഇൻസിഡൻസിലും ഡീവിയേഷൻ സെയിം ആണ്. അപ്പോൾ ഇവിടെ എന്താ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്? when deviation is same at the two angles of incidence. അപ്പോൾ ഇത് രണ്ട് കമ്പയർ ചെയ്താലുള്ള പ്രത്യേകത, I1ൻ്റെ ആംഗിൾ ഓഫ് എമർജൻസി E1ഉം I2ൻ്റെ ആംഗിൾ ഓഫ് എമർജൻസി E2. അതായത് I1 ആംഗിളിൽ ലൈറ്റ് ഇൻസിഡൻ്റ് ചെയ്യുന്ന സമയത്തെ ആംഗിൾ ഓഫ് എമർജൻസി E1, I2 ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ എമർജൻസി E2. ഈ രണ്ട് കേസിലും I1ലും I2ലും ഡീവിയേഷൻ സെയിം ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ I1 ഈസ് ഈക്വൽ ടു E2 ആയിരിക്കും, I2 ഈസ് ഈക്വൽ ടു E1 ആയിരിക്കും. അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യും. ഡീവിയേഷൻ സെയിം ആകുന്ന രണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസുകൾ എടുത്താൽ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് എമർജൻസും കമ്പയർ ചെയ്താൽ ആദ്യത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും രണ്ടാമത്തെ ആംഗിൾ ഓഫ് എമർജൻസും സെയിം ആണ്. ആദ്യത്തെ ആംഗിൾ ഓഫ് എമർജൻസും രണ്ടാമത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് I1ഉം I2 ആ തന്നിരിക്കുന്നത്, ഈ അറിയത്തില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രിൻസിപ്പിൾ എന്തുവാ? ഇവിടെ ഫസ്റ്റ് കേസിൽ ഡീവിയേഷൻ Δ1 ഈസ് ഈക്വൽ ടു I1 പ്ലസ് E1 മൈനസ് എ എന്ന് എഴുതുക. ഇത് I1, അതിൻ്റെ E1. അപ്പോൾ ഡെൽറ്റ ഈസിൽ I1 പ്ലസ് E1 മൈനസ് എ. പക്ഷെ നമുക്ക് I1 അറിയാം, ഡെൽറ്റ അറിയാം, E1 അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? E1 ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ കേസിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നുള്ള പ്രിൻസിപ്പിൾ യൂസ് ചെയ്യണം. അപ്പോൾ അത് സോൾവ് ചെയ്യുന്ന മെത്തേഡൊന്നും നമ്മൾ തൽക്കാലം പറയുന്നില്ല, അത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ E1ന് പകരം സെയിം ഡീവിയേഷൻ വരുന്ന രണ്ടാമത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൊടുക്കുക, അത്രേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇതെല്ലായ്പ്പോഴും ചെയ്യരുത്. ഡീവിയേഷൻ സെയിം ആകുന്ന രണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസുകളും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഓഫ് എമർജൻസികളും എടുത്താൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇവിടെ ഡെൽറ്റ ഫ്രം ഗ്രാഫ് 30 ആണ്, I1 15 ആണ്, I2 60 ആണ്. എ കണ്ടുപിടിക്കണം. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എത്ര കിട്ടുമെന്ന് നോക്കിയും, ഇവിടെ 15 വരും. 60 മൈനസ് 15 45 ഡിഗ്രി വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 2 ആണ്, 45 ഡിഗ്രി. മനസ്സിലായല്ലോ? അടുത്ത 32ാമത്തെ ചോദ്യം, റേ ഇൻസിഡന്റ് അറ്റ് ആൻ ആംഗിൾ at an 53 degree on a prism emerges at an angle 37 degree as shown. If the angle of incidence is made 50 degree, which of the following is a value of angle of emergence? അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 53യും ആംഗിൾ ഓഫ് എമർജൻസ് 37 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 50 ഡിഗ്രി ആണെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് എ പോസിബിൾ വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് എമർജൻസ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ ഡീവിയേഷൻ ഇക്വേഷൻ എടുത്താൽ ഡീവിയേഷൻ Δ1 ഈസ് ഈക്വൽ ടു നമ്മളിപ്പോൾ പറഞ്ഞ പോലെ I1 പ്ലസ് E1 മൈനസ് എ ആണ്. ഡീവിയേഷൻ Δ1 ഈസ് ഈക്വൽ ടു I1 പ്ലസ് E1 മൈനസ് എ. ഇവിടെ Δ1 ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് നോക്കിയും, I1 നമുക്ക് 53 ആണ്, ശരിയല്ലേ? E1 എന്ന് പറയുന്നത് 37 ഡിഗ്രി ആണ്, മൈനസ് എ വരും.
അപ്പോൾ ഇത് എത്ര വരും? 90 മൈനസ് എ വരും. ഇനി നമ്മളിവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഓഫ് എമർജൻസും കിട്ടിയാൽ ഈ മിനിമം ഡീവിയേഷൻ്റെ ആംഗിൾ അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ മീൻ വാല്യൂ ആയിരിക്കും. മിനിമം ഡീവിയേഷൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ഏകദേശം ഇതിൻ്റെ മീൻ വാല്യൂ വരും. പിന്നെ മീൻ വാല്യൂ എത്ര? 50 + 53 + 37/2 45 ഡിഗ്രി വരും. അപ്പോൾ 45 ഡിഗ്രിയിലായിരിക്കും മിനിമം ഡീവിയേഷൻ ഏകദേശം വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ആംഗിൾ 50 ഡിഗ്രിയാണ്. 50 ഡിഗ്രിയിലെ ഡീവിയേഷൻ എടുക്കുമ്പം ഇപ്പോൾ Δ2 = I2 + E2 - A വരും. ശരിയല്ലേ? ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് I2 + E2 - A. അപ്പോൾ നമുക്കിവിടെ 50 ഡിഗ്രിയിൽ തീർച്ചയായിട്ടും ഡീവിയേഷൻ 53 ഡിഗ്രിയെക്കാട്ടിലും കുറവായിരിക്കും. കാരണം 45 ഡിഗ്രിയിലാണ് മിനിമം ഡീവിയേഷൻ ഏകദേശം വരുന്നത്. കാരണം 53 + 37/2 45 ഡിഗ്രി വരും. അപ്പോൾ 45ൽ നിന്ന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുമ്പോൾ ഡീവിയേഷൻ എന്നാ സംഭവിക്കും? കൂടും. അപ്പോൾ 50 ഡിഗ്രിയിലെ ഡീവിയേഷൻ 53 ഡിഗ്രിയിലെ ഡീവിയേഷനെക്കാട്ടിലും കുറവായിരിക്കും. അപ്പോൾ Δ2 > Δ1 വരും. അപ്പോൾ I2 നമുക്ക് എത്രയാണ്? 50 ആണ്. 50 + E2 - A ഇവിടെ 90 - A വരും. അപ്പോൾ A രണ്ട് സൈഡിൽ നിന്നും പോയി. അപ്പോൾ E2 > 90 - 50. അപ്പോൾ E2 > എത്ര കിട്ടും? 40 ഡിഗ്രി വരും. അപ്പോൾ E2ൻ്റെ വാല്യൂ <40 ഡിഗ്രി എന്ന് പറയാം. അപ്പോൾ 40 ഡിഗ്രിയിലും കുറഞ്ഞ ആൻസർ ഏതാ? 38 ഡിഗ്രി. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 വരും. അപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള ഏകദേശം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. അപ്പം അങ്ങനെ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 33. A ray of light is incident at an angle of incidence I on surface of a prism of small angle A and emerges normally from the opposite surface. The refractance of the material of the prism is some mu, but G is mu. The angle of incidence is nearly. അപ്പോൾ നമുക്കൊരു തിൻ പ്രിസം കൺസിഡർ ചെയ്യാം. ഞാൻ വലുതായിട്ട് വരച്ചെങ്കിലും പ്രിസം തിന്നാണെന്ന് ഓർത്തോണം. നമ്മളിവിടെ ലൈറ്റ് ഒരു സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്തു. അപ്പോൾ അത് രണ്ടാമത്തെ ഫേസിൽ നിന്ന് എങ്ങനെ വന്നാണ് പറഞ്ഞേക്കുന്നത്? എമർജസ് നോർമലി. നോർമൽ ഇൻസിഡൻസ് ആണെങ്കിൽ നമുക്കറിയാം എന്നാ സംഭവിക്കും? നോർമൽ ഇൻസിഡൻസ് വരണം. നോർമൽ എമർജൻസ് ആണെങ്കിൽ നോർമൽ ഇൻസിഡൻസ് വരണം. കാരണം ഒരു സർഫസിൽ നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്താൽ നോർമലായിട്ട് തന്നെ വെളിയിൽ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റേ ഡയഗ്രം വരയ്ക്കുമ്പം ഇവിടെ രണ്ടാമത്തെ ഫേസിൽ നോർമൽ ഇൻസിഡൻസ് ആണ്. അപ്പോൾ ലൈറ്റ് നോർമലായിട്ട് അങ്ങ് പൊക്കോളും. അപ്പോൾ നമുക്കിവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I, ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1, ഇവിടെ ആംഗിൾ ഓഫ് ദി പ്രിസം A. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നോർമൽ എമർജൻസ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എമർജ് ചെയ്യുന്നത്. സോ ആംഗിൾ ഓഫ് എമർജൻസ് ഈസ് 0. മാറിപ്പോയിക്കരുത്. സർഫസിന് പെർപെൻഡിക്കുലർ ആണ് ലൈറ്റ്. അപ്പോൾ സർഫസും ലൈറ്റും തമ്മിൽ ആംഗിൾ 90 ആണ്. പക്ഷെ നോർമലും ലൈറ്റും തമ്മിൽ ആംഗിളാണ്. ആംഗിൾ ഓഫ് എമർജൻസ് അത് 0 ആണ്. അപ്പോൾ രണ്ടാമത്തെ ഫേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആയാം. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും 0 ആണ്. അപ്പോൾ R2 0 ആണ്. അപ്പം Eയും 0 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉണ്ട് A = R1 + R2. R2 എത്രയാ? 0 ആണ്. സോ A = R1. ഇത് കാണുമ്പോഴേ മനസ്സിലാക്കാം നോർമൽ എമർജൻസ് ആണ്. E0, R2 0. സോ A = R1. ഇനി ഇവിടെ സ്നെൽസ് ലോ എടുത്താൽ മതി. ഇവിടെ റിഫ്രാക്റ്റൻസ് 1 ആയിരിക്കും. ഇവിടെ റിഫ്രാക്റ്റൻസ് mu. സ്നെൽസ് ലോ എടുത്താൽ sin I 1 × sin I, sin I = mu × sin R1. അപ്പോൾ നമ്മളിവിടെ സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ എടുക്കുക. കാരണം R1 എത്രയാ? A ആണ്. അപ്പം mu × sin I. ഇനി ആംഗിൾ ഓഫ് ദി പ്രിസം വളരെ ചെറുതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ A വളരെ ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് sin A അപ്രോക്സിമേറ്റ്ലി എങ്ങനെ എഴുതാം? A എന്ന് എഴുതാം. ഇപ്പോൾ sin A അപ്രോക്സിമേറ്റ്ലി അപ്പം mu × A. പിന്നെ sin Iയും I അപ്രോക്സിമേറ്റ്ലി ചെറുതെന്ന് എടുത്താൽ I = mu A. അപ്പോൾ അവിടെ അപ്രോക്സിമേഷൻ എത്ര ഉള്ളൂ? A ഈസ് വെരി സ്മോൾ. സോ sin A അപ്രോക്സിമേറ്റ്ലി A ആണ്. സിമിലർലി sin I അപ്രോക്സിമേറ്റ്ലി I ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് I = mu × A വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. മനസ്സിലായല്ലോ? നെക്സ്റ്റ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. An object is placed at a distance of 5 cm from convex lens of focal length 10 cm. Then the image is. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 5 ആണ്. സൈൻ കൊടുത്താൽ നമുക്കറിയാം റിയൽ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് മൈനസ് ആണ്. ഫോക്കൽ ലെങ്ത് 10 cm ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക്കൽ സെൻറ്റർ ആണ്.
ലെൻസ് കോൺവെക്സ് ആണ്. അപ്പം നമുക്കറിയാം അവിടെ വെർച്വൽ ആൻഡ് എൻലാർജ്ഡ് ഇമേജ് ആണ് വരുന്നത്. അപ്പം റിയൽ ആൻഡ് എൻലാർജ്ഡ് ഉണ്ടെങ്കിലൊക്കെ തെറ്റായിരിക്കും. കാരണം ഫോക്കസിന് വെളിയിൽ വെച്ചാൽ റിയൽ ഇമേജ് കിട്ടത്തുള്ളൂ. ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദി ലെൻസ്, സോ ഇമേജ് ഈസ് വെർച്വൽ ആൻഡ് എൻലാർജ്ഡ്. അപ്പം അങ്ങനെയുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇങ്ങനെയാണ് എക്സാമിന് ഓപ്ഷനുകൾ ചെയ്യേണ്ട ആവശ്യമില്ല. വെർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ് വരത്തില്ല. അപ്പോൾ അതിന് നേച്ചർ ഓഫ് ദി ഇമേജ് അറിഞ്ഞിരിക്കണം, എന്നാലും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വെർച്വൽ ആൻഡ് എൻലാർജ്ഡ് ഡിസ്റ്റൻസ് ഓഫ് 10 സെൻറ്റിമീറ്റർ. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ലെൻസ് ഇക്വേഷൻ അനുസരിച്ച് 1/v = 1/f + 1/u. ഫോക്കൽ ലെങ്ത് 10 ആണ്, കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് പോസിറ്റീവ് ആണ്, u നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ സൈൻ കൺവെൻഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് ലെൻസ് കൺവെർജിംഗ് ആയതുകൊണ്ട് പോസിറ്റീവ് ആണ്, സൈൻ കൊടുത്താൽ നെഗറ്റീവ് ആണ്. -10 എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ സൈഡിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ വെർച്വൽ ഇമേജ് ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഇമേജ് ഡിസ്റ്റൻസ് -10 സെൻറ്റിമീറ്റർ കിട്ടും. പിന്നെ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം v ആണ്, -10 ആണ്, u -5 ആണ്, മാഗ്നിഫിക്കേഷൻ 2. അപ്പോൾ മാഗ്നിഫിക്കേഷൻ 2 ആണെങ്കിൽ എല്ലാവരും ഇമേജ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 കിട്ടും. എന്നുവെച്ചാൽ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് f ഫോം എ മാഗ്നിഫൈഡ് റിയൽ ഇമേജ് എന്നാണ് കേട്ടോ. അവിടെ അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. മാഗ്നിഫൈഡ് റിയൽ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇഫ് ദി ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ്. അവിടെ ഇമേജിന്റെ മാഗ്നിഫൈഡ് ആയിരിക്കും. ആൻസർ പറയാമോ? നമ്മൾ വെറുതെ ആവശ്യമില്ലാതൊക്കെ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ കോൺവെക്സ് ലെൻസ് റിയൽ ഇമേജ് ഫോം ചെയ്യുന്ന ഫോക്കസ് ആണെങ്കിൽ നമുക്ക് റിയൽ ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. എനിവേർ ബിയോണ്ട് എഫ് ആണെങ്കിലും പറ്റത്തില്ല. അവിടെ റിയൽ ഇമേജും റിയൽ ഇമേജും എൻലാർജ്ഡ് ഡിമിനിഷ്ഡും ഒക്കെ വരും. ബിറ്റ്വീൻ ലെൻസ് ആൻഡ് ഫോക്കസ് ആണെങ്കിൽ വെർച്വൽ ആൻഡ് എൻലാർജ്ഡ് ഇമേജ് ആണ്, തൊട്ട് മുമ്പേ പറഞ്ഞു. അപ്പോൾ ബിറ്റ്വീൻ എഫ് ആൻഡ് 2f ആണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. A beam of light consisting of red, green and blue is incident on a right angled prism. The refractedness of the material of the prism of the above red, green and blue wavelengths are 1.39, 1.44 and 1.47 respectively the prism will. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഫസ്റ്റ് ഫേസിൽ ലൈറ്റ് ഇൻസിഡൻറ്റ് നോർമൽ ഇൻസിഡൻസ് ആണ്. കുറേ ലൈറ്റ് വരുന്നുണ്ട്, എല്ലാവരും നോർമൽ ഇൻസിഡൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് റിഫ്രാക്ഷനിൽ നേരെ പാസ് ചെയ്യും. അത് അടുത്ത സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഈ ഫസ്റ്റ് സർഫസിൽ നിന്ന് ഡീവിയേഷൻ ഇല്ലാതെ വന്നാൽ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒരു തീറ്റ എന്ന് എടുക്കാം. നമുക്കറിയാം ഇത് 45, ഇത് 90. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി 45 ആണ്, ഇത് 90 ആണ്, ഇത് 45 ആണ്. അപ്പോൾ തീറ്റ + 45 90 ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സെക്കൻഡ് ഫേസ് നമുക്കിതൊരു ABC എന്ന് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഫേസ് AB ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I = തീറ്റയാണ്. മനസ്സിലായല്ലോ? ഫേസ് ABയിൽ അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I = തീറ്റ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ ഗ്രേറ്റർ ദാൻ C ആണെങ്കിൽ ഇവിടുന്ന് ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ നടക്കും. ലെസ് ദാൻ C ആണെങ്കിൽ റിഫ്രാക്ഷൻ നടക്കും. ഈക്വൽ ടു C ആണെങ്കിൽ ഇൻ്റർഫേസിൽ കൂടെ റിഫ്രാക്ഷൻ നടക്കും. അപ്പോൾ ഇവിടെ ആരൊക്കെ സെപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ റിഫ്രാക്ഷൻ നടക്കുമെന്നൊക്കെയാണ്, അല്ലെങ്കിൽ ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ നടക്കുമെന്നൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടീഷൻ എടുത്താൽ ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ C അല്ലെങ്കിൽ തീറ്റ ഗ്രേറ്റർ ദാൻ C. തീറ്റ ഗ്രേറ്റർ ദാൻ C ആണെങ്കിൽ നമുക്കറിയാം സൈൻ തീറ്റ ഗ്രേറ്റർ ദാൻ സൈൻ C ആണ്. ഇവിടെ തീറ്റ എത്രയാണ്? 45 ആണ്.
അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രിയാണ്. അപ്പോൾ സൈൻ തീറ്റ സൈൻ 45 ഡിഗ്രി. നമുക്കറിയാം സൈൻ സിയുടെ ഇക്വേഷൻ 1/n. ഇപ്പോൾ ഈ പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് n ആണെങ്കിൽ സൈൻ 45 ഈസ് ഗ്രേറ്റർ ദാൻ 1/n. സൈൻ 45 എത്രയാണ്? 1/√2 ഈസ് ഗ്രേറ്റർ ദാൻ 1/n. സോ ക്രോസ് മൾട്ടിപ്ലൈ n ഗ്രേറ്റർ ദാൻ √2 ഓർ n ഈസ് ഗ്രേറ്റർ ദാൻ 1.414. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായി? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ √2 ഓർ ഗ്രേറ്റർ ദാൻ 1.414 ആണെങ്കിൽ ലൈറ്റ് ഇവിടുന്ന് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. ലെസ് ദാൻ 1.414 ആണെങ്കിൽ റിഫ്രാക്ഷൻ നടക്കും. ഈക്വൽ ടു 1.414 ആണെങ്കിൽ അപ്പോൾ ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും, ഇൻ്റർഫേസിൽ കൂടെ പോകും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഇവിടെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് 1.39, 1.4 ആൻഡ് 1.47. അപ്പം റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1.414 വരുന്ന ആരൊക്കെയാണെന്ന് നോക്കുകയും അപ്പോൾ അവിടെ ഗ്രീൻ എടുത്താലും ബ്ലൂ എടുത്താലും റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1.414. അപ്പോൾ ഗ്രീന് ബ്ലൂ എടുത്താൽ റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1.414. അപ്പോൾ അവർക്ക് എന്നാ സംഭവിക്കും? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. Okay, we can continue our discussion.
So here for green and blue n is greater than 1.414. So they will undergo total internal reflection. അപ്പോൾ ഇവിടുന്ന് അവർ രണ്ടുപേരും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. അപ്പോൾ നമുക്കറിയാം ഇത് 45 ഡിഗ്രിയാണ് ആംഗുലർ റിഫ്ലക്ഷൻ, ഇത് 45, ഇതും 45. അപ്പോൾ ഈ ബി സി എന്ന് പറഞ്ഞ ഫേസിൽ നോർമൽ ഇൻസിഡൻസ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടുന്ന് റിഫ്രാക്ഷൻ ഇല്ല, നേരെ അങ്ങ് വരും. അപ്പം ഗ്രീനും ബ്ലൂവും ഒരേ ഡയറക്ഷനിൽ വരും. കാരണം ഇവിടുന്ന് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്നു, അടുത്ത ഫേസിൽ നോർമൽ ഇൻസിഡൻസ് ആണ്, അവിടുന്ന് നേരെ അങ്ങ് പാസ് ചെയ്യും. അപ്പോൾ ഗ്രീനും ബ്ലൂവും ഒരേ ഡയറക്ഷനിൽ വരും. ഇനി ബാക്കി ആരോ ഉള്ള റെഡ് ആണ്. റെഡിൻ്റെ റിഫ്രാക്റ്റൻസ് 1.39. നമുക്കറിയാം 1.39 എടുക്കുമ്പോൾ അത് ലെസ് ദാൻ 1.414 ആണ്. അപ്പോൾ എന്നാ സംഭവിക്കുക, റിഫ്രാക്ഷൻ നടക്കും. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ നേരെ തിരിച്ചാണ് കണ്ടീഷൻ. അപ്പോൾ ഇവിടുന്ന് വെളിയിലേക്ക് എമർജ് ചെയ്തു പോകും. അപ്പോൾ നമുക്ക് എന്നാ സംഭവിക്കും, ബ്ലൂവും ഗ്രീനും ഒരേ ഡയറക്ഷനിൽ വരും, റെഡ് മാത്രം ഔട്ട് സൈഡിലേക്ക് റിഫ്രാക്ഷൻ നടക്കും. അപ്പോൾ ബ്ലൂവും ഗ്രീനും ഒരുമിച്ച് വരും, റെഡ് അവരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണെന്ന് നോക്കിയേ, സെപ്പറേറ്റ് റെഡ് കളർ ഫ്രം ഗ്രീൻ ആൻഡ് ബ്ലൂ ശരിയാണ് അല്ലേ. റെഡ് ബാക്കിയുള്ള രണ്ടുപേരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടും. സെപ്പറേറ്റ് ബ്ലൂ കളർ ഫ്രം റെഡ് ആൻഡ് ഗ്രീൻ തെറ്റാണ്, സെപ്പറേറ്റ് ഓൾ ദി 3 കളേഴ്സ് തെറ്റാണ്, നോ സെപ്പറേറ്റ് ഈവൻ പാർഷ്യൽ എനി കളേഴ്സ് തെറ്റാണ്. അപ്പോൾ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റുന്ന ഏതാ, ഓപ്ഷൻ 1 ആണ് നമുക്ക് ആൻസർ എടുക്കാൻ പറ്റുന്നത്. മനസ്സിലായല്ലോ. ഇത് നമുക്ക് ഈ 32ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ സംശയം ചോദിച്ചുകൊണ്ട് ഒന്നുകൂടെ പറയാം. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാനുള്ള വേറൊരു മാർഗം എന്ന് പറയുന്നത്, നമ്മളിവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഡീവിയേഷനും ഗ്രാഫ് വരച്ചെന്ന് വിചാരിക്കും. നമ്മൾ ഗ്രാഫ് ഏകദേശം ഇങ്ങനെ വരും. നമ്മൾ തൊട്ട് മുമ്പേ ക്വസ്റ്റ്യനിൽ പറഞ്ഞു, നമ്മൾ ഇവിടെ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഡീവിയേഷൻ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതേ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വേറൊരു സിറ്റുവേഷനിലും ഡീവിയേഷൻ ചെയ്യുവാം. അപ്പോൾ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്, 53 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 53 ഡിഗ്രി. അപ്പോൾ അവിടെ ഐ ഈസ് ഈക്വൽ ടു 53 ഡിഗ്രി, അല്ലെങ്കിൽ I1 ഈസ് ഈക്വൽ 53 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആംഗിൾ ഓഫ് എമർജൻസ് E1 ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് നോക്കിയേ, 37 ഡിഗ്രി. അപ്പോൾ I1 53 ഡിഗ്രിയാണ്, E1 37 ഡിഗ്രി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഇവിടെ 53 ഡിഗ്രി ആംഗിളിൽ ഡീവിയേഷൻ വരുന്ന വാല്യൂ ഏതാണോ അതേ ആംഗിൾ ഓഫ് ഡീവിയേഷൻ വരുന്ന വേറൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കാണുമെന്ന് പറഞ്ഞു. ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിൾ ഓഫ് എമർജൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ I1 53 ഡിഗ്രി ആണെങ്കിൽ അതേ ഡീവിയേഷൻ വരുന്ന അടുത്ത ആംഗിൾ എന്ന് പറഞ്ഞ് ഇവിടെ 37 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ. അപ്പോൾ ഇവിടെ 37 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസിഡൻസിലും 53 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസിഡൻസിലും ഡീവിയേഷൻ സെയിമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു മിനിമം ഡീവിയേഷൻ വരുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ മിനിമം ഡീവിയേഷൻ വരുന്ന ഇവരുടെ ഇടയ്ക്ക് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ ഈ 53 ഡിഗ്രിയോട് അടുത്താണ് നമ്മുടെ അടുത്ത ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് 50 ഡിഗ്രി വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 50 ഡിഗ്രി വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 53 ഡിഗ്രിയെക്കാട്ടിലും ഡീവിയേഷൻ കുറവേ എവിടെ വരത്തുള്ളൂ, 50 ഡിഗ്രിയിൽ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാം. ഇവിടെ 37 ഡിഗ്രിയിൽ ഡീവിയേഷൻ കിട്ടി, 53 ഡിഗ്രിയിൽ ഡീവിയേഷൻ കിട്ടി. അപ്പം ഇവിടെ 53 ഡിഗ്രിയിലും 37 ഡിഗ്രിയിലും ആംഗിൾ ഓഫ് ഡീവിയേഷൻ സെയിം ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ 50 ഡിഗ്രി എടുക്കുകയാണെങ്കിൽ ഡീവിയേഷൻ 53 ഡിഗ്രിയെക്കാട്ടിലും കുറവാണ്. അപ്പോൾ Δ2 ലെസ് ദാൻ Δ1 എന്ന് എടുക്കാം. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 37ാമത്തെ ചോദ്യം. An astronomical telescope has an eyepiece of focal length 5 cm. If the angular magnification in normal adjustment is 10, when final image is at a least distance of distinct vision from the eyepiece, then the angular magnification will be. അപ്പോൾ നമുക്ക് ടെലിസ്കോപ്പിൽ ഫോക്കൽ ലെങ്ത് ഓഫ് ഐപീസ് തന്നിട്ടുണ്ട്, FE5 ആണ്. ആംഗുലർ മാഗ്നിഫിക്കേഷൻ ഇൻ നോർമൽ സെറ്റിംഗ് തന്നിട്ടുണ്ട്. അത് നമുക്ക് M1 എന്ന് എടുത്താൽ എല്ലാവർക്കും അറിയാം, അത് F4/FE ആണ്, അത് 10. അത് ഫൈനൽ ഇമേജ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റൻറ്റ് വിഷൻ ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ M2 ഈസ് ഈക്വൽ ടു F4/FE ഇൻറ്റു 1 + FE/D എന്നാണ് ഇക്വേഷൻ. ആദ്യത്തേത് F4/FE, അടുത്ത F4/FE ഇൻറ്റു 1 + FE/D. F4/FE 10 ആണ്, 1 + FE നമുക്ക് 5 ആണ്, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റൻറ്റ് വിഷൻ 25 ആണ്. ശരിയല്ലേ. അപ്പോൾ 10 ഇൻറ്റു ഇവിടെ 25 എടുത്താൽ 25 + 5 30 ഡിവൈഡഡ് ബൈ 25. അപ്പോൾ ഇവിടെ നമുക്ക് 5 കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ 2 വരും, ഇവിടെ 5 വരും. അപ്പോൾ 35/5 6 × 2 12 വരും.
അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് 12. മനസ്സിലായല്ലോ? ഇതാണ് നമുക്ക് ആൻസർ വരുന്നത് 12. ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അടുത്ത 38ാമത്തെ ചോദ്യം. ഇത് ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ് ആർ ഗിവൺ. ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് FO and focal length of eyepiece FE are given, and the object is put 1.25 cm away from the objective lens, and the final image is formed at infinity. The magnifying power is of microscope is. അപ്പോൾ നമ്മളിവിടെ ഒബ്ജക്റ്റീവിൻ്റെയും ഐ പീസിൻ്റെയും ഫോക്കൽ ലെങ്ത് ഉണ്ട്, ഒബ്ജക്റ്റീവിൽ നിന്ന് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. ഞാനുകൊണ്ട് റേ ഡയഗ്രം ഒന്നും വരയ്ക്കുന്നില്ല. നമുക്ക് മാഗ്നിഫൈങ് പവർ ഓഫ് ദി മൈക്രോസ്കോപ്പ് ഇൻ നോർമൽ സെറ്റിംഗ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ, ആംഗുലർ മാഗ്നിഫിക്കേഷൻ ഓഫ് മൈക്രോസ്കോപ്പ് സോൾവ് ചെയ്യുമ്പം അവസാനം കിട്ടുന്നത് ലീനിയർ മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ഇൻറ്റു ആംഗുലർ മാഗ്നിഫിക്കേഷൻ ഓഫ് ഐ പീസ് എന്ന്, MO ഇൻറ്റു ME. MO എന്തുവാ? ലീനിയർ മാഗ്നിഫിക്കേഷൻ ബൈ ഒബ്ജക്റ്റീവാണ്. അതിൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ എളുപ്പം FO ബൈ FO പ്ലസ് UO എന്ന്. കാരണം ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ഉണ്ട്, അതിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് ലീനിയർ മാഗ്നിഫിക്കേഷൻ ബൈ ഒബ്ജക്റ്റീവ് കാണാൻ FO ബൈ FO പ്ലസ് UO എടുക്കാം. ME എന്ന് പറയുന്നത് നമുക്കറിയാം നോർമൽ സെറ്റിങ്ങിൽ D/FE ആണ്. ഐ പീസിൻ്റെ അല്ലെങ്കിൽ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ആംഗുലർ മാഗ്നിഫിക്കേഷൻ ഇൻ നോർമൽ സെറ്റിംഗ് D/FE ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇനി FO വാല്യൂ കൊടുത്താൽ എത്രയാണ്? ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് 1.2 ബൈ 1.2. ഇത് കോൺവെക്സ് ലെൻസ് ആണ്, പോസിറ്റീവ് ആണ്. പിന്നെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കിയാൽ 1.25 സെൻറ്റിമീറ്റർ. നമുക്കറിയാം ഒരു റിയൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണ്, അപ്പോൾ -1.25 കൊടുത്തോണം. ഇൻറ്റു D എത്രയാണ്? 25. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ FE 3 വരും. അപ്പോൾ ദാറ്റ് ഈസ് 1.2 ഡിവൈഡഡ് ബൈ 1.2 മൈനസ് 0.25 മൈനസ് 0.05 വരും അല്ലേ, ഇൻറ്റു 25/3 വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പം 0.05 നമുക്ക് 5 × 10⁻² എന്ന് എടുക്കാം. അപ്പം 5/25 എത്ര കിട്ടും? 5 വരും അല്ലേ, ശരിയല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.2 × 5 × 10⁻²/3 എന്ന് വരും, ശരിയല്ലേ? ഇതിലൊരു 10 ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ 12 വരും. അപ്പോൾ 12/3 × 50 വരും. 12/3 എത്രയാണ്? 4. അപ്പോൾ 4 × 50 200 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്, 200. അപ്പോൾ നമുക്കിവിടെ റേ ഡയഗ്രം ഒക്കെ വരയ്ക്കേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ റേ ഡയഗ്രം വരയ്ക്കണം. പക്ഷേ ഇവിടെ നമുക്ക് റേ ഡയഗ്രം ഒന്നും വരയ്ക്കേണ്ട, ഡയറക്റ്റ് അല്ലാതെ തന്നെ ആൻസർ കിട്ടും. നമുക്ക് 39ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. If an electromagnetic wave propagating through vacuum is described by EY is equal to electric field and equation, BZ magnetic field and equation. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ പീക്ക് വാല്യൂവും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പീക്ക് വാല്യൂവും തമ്മിലുള്ള റിലേഷൻ E0 is equal to C × B0 ആണ്. സിയുടെ ഇക്വേഷൻ എന്തുവാ? ω/K. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ K × E0 is equal to ω/B0. അപ്പോൾ അതേതാന്ന് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ E0 K is equal to ω/B0. ഓപ്ഷൻ 1 ശരിയാണ്. E0 B0 is equal to ω/K തെറ്റാണ്. E0 ω is equal to B0 K തെറ്റാണ്. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരും. പക്ഷേ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എ സർക്കുലർ പ്ലേറ്റ് ഓഫ് റേഡിയസ് 40R is being charged as shown at the instant റേഡിയസ് 6 എന്നായിരിക്കും കേട്ടോ. അപ്പോൾ റേഡിയസ് 6 എന്നാക്കാം. റേഡിയസ് 6 എന്നാക്കി. ഈസ് ബീങ് ചാർജ്ഡ് ആസ് ഷോൺ അറ്റ് ദി ഇൻസ്റ്റന്റ് ഷോൺ ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഇൻ ദ റീജിയൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ R/3 ആൻഡ് R. നമ്മൾ 40 മറ്റേ 6 റേഡിയസ് ഉള്ളൊരു കപ്പാസിറ്റർ പ്ലേറ്റ്. ഇത് അതിൻ്റെ ക്രോസ് സെക്ഷനാണ്, നമുക്കൊരു സർക്കുലർ പ്ലേറ്റാണ് വരുന്നത്. ഇങ്ങനെ സർക്കുലർ പ്ലേറ്റ് ഉള്ള കപ്പാസിറ്ററാണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് 6, അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ടോട്ടലി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് I ആണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ, ഈ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ട് I ആണ്. അപ്പോൾ കപ്പാസിറ്ററിനകത്തൂടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും ടോട്ടലി എത്ര തന്നെയാണ്? I ആണ്. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് I ആണെങ്കിൽ അതിൻ്റെ കറണ്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി J is equal to ടോട്ടൽ കറണ്ട് ബൈ ഏരിയ. ടോട്ടൽ കറണ്ട് I ബൈ ഏരിയ πr². ഇപ്പോൾ കറണ്ട് ഡെൻസിറ്റി കാണാൻ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഈ കണ്ടക്ഷൻ കറണ്ടിന് ഈക്വലാണ്. അതാ ബൈ ടോട്ടൽ ഏരിയ πr² എടുത്താൽ മതി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്തത്
നമുക്ക് തന്നിരിക്കുന്ന ഏരിയയിലെ കറണ്ട് ഐ ഡാഷ് കാണാൻ കറണ്ട് ഡെൻസിറ്റി ഇൻറ്റു നമ്മുടെ ഏരിയ എടുക്കണം. നമുക്ക് ഏത് ഏരിയയിൽ കൂടെയുള്ള കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറണ്ട് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻ വിച്ച് കറണ്ട് ഈസ് മെഷറിങ്. കറണ്ട് ഡെൻസിറ്റി നമുക്ക് കിട്ടിയ എത്രയാണ്? I/πr². നമ്മുടെ ഏരിയ എത്രയാണെന്ന് നോക്കിയേ. ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ R/3 ആൻഡ് R. അതിനെന്ത് ചെയ്താൽ മതി? R റേഡിയസ് ഉള്ള ഏരിയ πr². അതിൽ നിന്ന് R/3 റേഡിയസ് ഉള്ള ഏരിയ πr/3². πr²/9 കുറയ്ക്കണം. നമുക്ക് R/6 തൊട്ട് R/3 വരെയുള്ള ഏരിയ കാണും. അതിൻ്റെ ടോട്ടൽ ഏരിയ πr² നിന്ന് R/3 റേഡിയസിൻ്റെ ഏരിയ കുറച്ചാൽ മതി. ഇപ്പോൾ ദാറ്റ് ഈസ് എത്ര കിട്ടും? ഇവിടെ πr² ക്യാൻസലായിപ്പോയി. I ഇൻറ്റു 1 - 1/9 അല്ലേ? ദാറ്റ് ഈസ് 8/9 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ 8/9 ആണ് നമ്മുടെ തന്നിരിക്കുന്ന ഏരിയയിൽ കൂടെയുള്ള കറണ്ട്. ആൻസർ ഓപ്ഷൻ 1. അപ്പോൾ കണ്ടക്ഷൻ കറണ്ടും ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും ഈക്വലാണെന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കറണ്ട് യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് വിചാരിക്കണം. എന്നിട്ട് കറണ്ട് ഡെൻസിറ്റി കണ്ടിട്ട് നമ്മുടെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അടുത്ത നമുക്ക് 41ാമത്തെ ചോദ്യമാണ്. A light wave with energy flux of 24 watt/meter² is incident on a well polished disc of radius 3.5 cm for 1 hour. The momentum transferred to the disc is. അപ്പോൾ നമുക്കൊരു ഡിസ്ക് ഉണ്ട്. അപ്പോൾ ഡിസ്ക് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി പോളിഷ്ഡ് ആണ്. ഇപ്പോൾ ഇവിടെ നോർമൽ ഇൻസിഡൻസ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൽ റേഡിയേഷൻ നോർമലായിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. പോളിഷ്ഡ് ആയതുകൊണ്ട് അത് പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് ആണ്. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റിംഗ് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? മൊമെൻറ്റം ട്രാൻസ്ഫർ ടു ദി ഡിസ്ക്. നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ റേഡിയേഷൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് എനർജി യു ആണെങ്കിൽ U/c ആണ്. റേഡിയേഷൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് U/c. വേർ U is എനർജി, C is സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം. അപ്പോൾ നമുക്കറിയാം U/c മൊമെൻറ്റം ഉള്ള ഫോട്ടോൺ അത് നേരെ തിരിച്ച് റിഫ്ലക്ഷൻ നടന്നു. അപ്പോൾ ഫൈനൽ മൊമെൻറ്റം ഇനിഷ്യൽ മൊമെൻറ്റം എടുത്താൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് 2U/c എടുക്കാമല്ലോ മാഗ്നിറ്റ്യൂഡ്. ഇനിഷ്യൽ മൊമെൻറ്റം U/c ആണെങ്കിൽ ഫൈനൽ മൊമെൻറ്റം -U/c ആണ്. ചേഞ്ച് എടുക്കുമ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് 2U/c വരും. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് എത്ര ചേഞ്ച് ഇൻ മൊമെൻറ്റം ഉണ്ടോ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് സർഫസിന് കിട്ടുന്ന ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ ഈ സർഫസിന് കിട്ടുന്ന മൊമെൻറ്റം എത്ര തന്നെയാണ്? 2U/c തന്നെയാണ്. സർഫസ് റെസ്റ്റിലിരിക്കുന്നു. അപ്പോൾ അതിന് കിട്ടുന്ന മൊമെൻറ്റം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനുണ്ടാകുന്ന മൊമെൻറ്റത്തിന് ചേഞ്ചിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ മൊമെൻറ്റം ട്രാൻസ്ഫർ ടു ദി സർഫസ് 2U/c വരും. U എന്തുവാ? എനർജിയാണ്. എനർജി കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? പവർ ഇൻറ്റു ടൈം എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ P' എന്ന് എടുക്കാം. P' പവർ ആണെങ്കിൽ P' ഇൻറ്റു ടൈം. നമുക്ക് ഇൻറ്റൻസിറ്റി ആണ് തന്നിരിക്കുന്നത്. ഇൻറ്റൻസിറ്റി കിട്ടിയാൽ പവർ കാണാൻ എന്ത് ചെയ്യണം? ഇൻറ്റൻസിറ്റി ഇൻറ്റു ഏരിയ എടുക്കണം. അപ്പോൾ 2 ഇൻറ്റു P' I ഇൻറ്റു A ആണ് ഇൻറ്റു T/c. അപ്പം മൊമെൻറ്റം 2U/c ആണ്. U എനർജിയാണ്. അത് പവർ P' ഇൻറ്റു T. നമുക്ക് ഇൻറ്റൻസിറ്റി ആണ് തന്നിരിക്കുന്നത്. പവർ ഈസ് ഈക്വൽ ടു ഇൻറ്റൻസിറ്റി ഇൻറ്റു ഏരിയ. അത്രേ ഉള്ളൂ ഇക്വേഷൻ. ഇനി കറണ്ട് I എത്രയാണെന്ന് നോക്കുകയും ഇൻറ്റൻസിറ്റി ആയി. കറണ്ട് അല്ല, ഇൻറ്റൻസിറ്റി ആയി. അപ്പോൾ അത് 24 watt/meter². ഏരിയ 3.5 cm റേഡിയസ് ഉള്ള ഡിസ്കിലാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏരിയ πr². അപ്പോൾ π ഇൻറ്റു റേഡിയസ് എത്രയാണ്? 3.5 ആണ്. 3.5² cm²ന് m² ആക്കണം. 10⁻⁻⁴. ടൈം തന്നിട്ടുണ്ട് 1 hour. 1 hour ആകുമ്പം നമ്മളതിനെ സെക്കൻഡിലോട്ടുമാണ്. 60 minutes ഇൻറ്റു 60 seconds. ശരിയല്ലേ? ഓക്കെ. ഡിവൈഡഡ് ബൈ C 3 ഇൻറ്റു 10⁸ വരും. അപ്പോൾ അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. അപ്പോൾ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ അത് 2.2 μg/m/s വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ 2. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 42nd ക്വസ്റ്റ്യൻ. ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. The amplitude of electric field is 1 volt/meter. The frequency of wave is given. The wave is propagating along the z-axis. The average energy density of electric field. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ എനർജി ഡെൻസിറ്റി അല്ല, ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാത്രം ആവറേജ് എനർജി ഡെൻസിറ്റിയാണ്. നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ
ഒന്ന് ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് സിനുസോയിഡലി വേരിയിങ് ആണ്, അത് കോൺസ്റ്റൻ്റ് അല്ല. അതുകൊണ്ട് ആവറേജ് വാല്യൂ ഓഫ് എനർജി ഡെൻസിറ്റി എടുക്കുമ്പം ഇലക്ട്രിക് ഫീൽഡിൻ്റെ RMS വാല്യൂ കൊടുക്കണം. അപ്പോൾ ഇവിടെ RMS കൊടുക്കണം. നമുക്കറിവിടെ സൈന് കൊസൈൻ്റെ ഫംഗ്ഷൻ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് നോർമൽ കേസിൽ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ആംപ്ലിറ്റ്യൂഡ് ഓർ പീക്ക് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ RMS വാല്യൂ കാണാൻ E0/√2 എടുക്കണം. അപ്പോൾ എപ്സിലോൺ 0/2 ഇൻറ്റു E0/√2 സ്ക്വയർ E0² വരും. അപ്പോൾ എപ്സിലോൺ 0 E0²/4 വരും. എപ്സിലോൺ 0 അപ്രോക്സിമേറ്റ്ലി 8.8 ഇൻറ്റു 10⁻⁻12. ഇലക്ട്രിക് ഫീൽഡിൻ്റെ പീക്ക് വാല്യൂ 1 ആണ്, 1²/2. അപ്പോൾ 8.8/2 അല്ല 4, അപ്പോൾ 2 ഇൻറ്റു 2 4 വരും. അപ്പോൾ 8.8/4 2.2 ഇൻറ്റു 10⁻12 കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുവാണ്. അടുത്ത ഉണ്ണി ക്വസ്റ്റ്യൻ സാറ് നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പം ജോബിൻ സാറിൻ്റെ സെഷൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫിസിക്സിൻ്റെ ഫൈനൽ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നോക്കാനായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ഉണ്ട്, മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ എ പ്ലെയിൻ, അതുപോലെ ഗ്രാവിറ്റേഷൻ. ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പം നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആ ഒരു സീക്വൻസ് ഓർഡറിൽ തന്നെ നമുക്ക് ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? പെന്നും പേപ്പറും എല്ലാം സെറ്റാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കയറാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ ഇൻ SI യൂണിറ്റ് ഈസ് 128 kg/m3. In certain units in which the unit of length is 25 cm and the unit of mass is 50 gram, the numerical value of density of the material is. അപ്പോൾ നമുക്ക് SI യൂണിറ്റിൽ ഒരു മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, 128 kg/m3 ആണ്. അപ്പോൾ അതിനെ വേറൊരു യൂണിറ്റിൽ, അതായത് വേറൊരു സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് ഓഫ് ലെങ്ത് 25 cm, അതായത് 1 യൂണിറ്റ് ഓഫ് ലെങ്ത് 25 cm 1 യൂണിറ്റ് ഓഫ് മാസ് 50 ഗ്രാമുമായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ഡെൻസിറ്റി ഇൻ ദ ന്യൂ യൂണിറ്റ് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ് നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമുക്ക് കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഏത് യൂണിറ്റിലായാലും സെയിം ആയിരിക്കണം അല്ലേ. ഇപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 3 × 10⁻⁸ m/s എന്ന് പറയുന്നത് m/s അല്ലേ. അത് നമ്മൾ cm/s ആക്കിയാലും km/s ആക്കിയാലും ഒക്കെ വാല്യൂ അല്ലേ, ആ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് എഴുതുവാണെങ്കിൽ എങ്ങനെ വരും? അത് എഴുതുവാണെങ്കിൽ നമുക്കറിയാം
അപ്പം N1 ആണ് ഒരു പർട്ടിക്കുലർ യൂണിറ്റിലെ ന്യൂമറിക്കൽ വാല്യൂ വരുന്നതെങ്കിൽ അതിൻ്റെ യൂണിറ്റ് U1 നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ N1 U1 ഈസ് ഈക്വൽ ടു N2 U2 ആണ് നമ്മളുടെ കൺവേർഷൻ ഫോർമുല വരുന്നത് അല്ല. N1 U1 ഈസ് ഈക്വൽ ടു N2 U2. അപ്പോൾ U1 എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ N1ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 128 ആണ് അല്ലേ. അവിടുത്തെ യൂണിറ്റ് വരുന്നത് എന്താ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു N2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പുതിയ യൂണിറ്റിലെ ന്യൂമറിക്കൽ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇനി അവിടുത്തെ യൂണിറ്റ് നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ, യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ലെങ്ത് ആയിട്ട് തന്നിരിക്കുന്നത്. യൂണിറ്റ് ഓഫ് മാസ് 50 ഗ്രാം ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ യൂണിറ്റ് വരുന്നത് 50 ഗ്രാം ഡിവൈഡഡ് ബൈ 25 സെൻറ്റിമീറ്ററിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമുക്ക് കിട്ടുക. 50 ഗ്രാം ഡിവൈഡഡ് ബൈ 25 സെൻറ്റിമീറ്ററിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിറ്റ്സ് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 128 ഇൻറ്റു 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1000 ഗ്രാം ആണ്, ഡിവൈഡഡ് ബൈ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് വരുന്നത്, അതിൻ്റെ ക്യൂബ് വരും. ഓക്കെ, ഈക്വൽ ടു N2 ഇൻറ്റു 50 ഗ്രാം ഡിവൈഡഡ് ബൈ 25 സെൻറ്റിമീറ്ററിൻ്റെ ക്യൂബ് വരും. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗ്രാമും സെൻറ്റിമീറ്റർ ക്യൂബ് നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 128 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 10⁻6 ഈക്വൽ ടു N2 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 25 അല്ലേ. ഇപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 വരും. ആൻഡ് 10⁻3 10⁻6 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ താഴെ 10⁻3 വരും അല്ലേ. സോ നമുക്ക് N2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും, N2 ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 25 ഇൻറ്റു 128 ഡിവൈഡഡ് ബൈ 2 ടൈംസ് 10⁻3 എന്ന് വരും അല്ലേ. ഇപ്പോൾ 25 ഇൻറ്റു 40 എന്ന് പറയുന്നത് 1000 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ N2ൻ്റെ വാല്യൂ എന്ത് വരും, ഇപ്പോൾ നമുക്ക് 40 കൂടെ ക്യാൻസൽ ചെയ്യാം അല്ലേ. നമുക്കിവിടെ 5 എടുക്കാം, ഇവിടെ നമുക്ക് 8 വരും. അപ്പോൾ നമുക്ക് 5 ഇൻറ്റു 128 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 8 എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് N2 ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 128 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 818 വരും. പിന്നെ 48 16 ഡിവൈഡഡ് ബൈ 2 വരും അല്ലേ. എന്ന് പറയുമ്പോൾ ആൻസർ എത്ര വരും, ആൻസർ 40 വരും. ഓക്കെ ആണല്ലോ, ആൻസറിൻ്റെ എത്രയാണ്, 40 ആണ്. അപ്പോൾ പുതിയ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ നമ്മുടെ ഡെൻസിറ്റിയുടെ വാല്യൂ എത്ര വരും, 40 യൂണിറ്റ്സ് ആണ് നമുക്ക് വരിക. ഓക്കെ, സോ ആൻസർ ഏത് വരും, ആൻസർ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ചെയ്തല്ലോ. ഓക്കെ ഓക്കെ ഗുഡ്. അപ്പോൾ നമുക്ക് അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പം ഇഫ് എനർജി, velocity and time are chosen as a fundamental quantities, the dimensional formula of surface tension will be. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ക്വസ്റ്റൻ ആണ്. അതായത് നമുക്ക് എസ് എ സിസ്റ്റമാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് പകരം വേറെ ഏതെങ്കിലും ഇപ്പോൾ ഒരു പുതിയ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് നമ്മൾ പുതിയ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ടേംസിൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നതാണ് അല്ലേ. അപ്പം അതൊന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ നോക്കിയേ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഓക്കെ സർഫസ് ടെൻഷനാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ, സർഫസ് ടെൻഷൻ. അപ്പോൾ സർഫസ് ടെൻഷൻ നമുക്ക് എസ് എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, സർഫസ് ടെൻഷൻ എസ്. അതിനെ എനർജിയുടെയും വെലോസിറ്റിയുടെയും ടൈമിൻ്റെയും ടേംസിലാണ് നമുക്ക് മെൻഷൻ ചെയ്യേണ്ടത്, ശരിയല്ലേ. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യുന്നു എനർജിയും വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എസ് ഇസ് പ്രൊപ്പോർഷണൽ ടു E⁻A V⁻B T⁻C എന്നുള്ള ഫോർമുല നമുക്ക് വിചാരിക്കാം. ഓക്കെ, അതായത് സം ന്യൂമറിക്കൽ കോൺസ്റ്റൻറ്റ്, അതായത് ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ് ഇവിടെ ഉണ്ടോ നമുക്ക് വിചാരിക്കാം. പോയിട്ട് എനർജിയുടെ ഡയമെൻഷൻ എ ആണ്, വെലോസിറ്റിയുടെ ഡയമെൻഷൻ ബി ആണ്, ടൈമിൻ്റെ ഡയമെൻഷൻ സി ആണ് നമുക്ക് വിചാരിക്കാം. അപ്പോൾ രണ്ട് സൈഡിലെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം അല്ലേ. അപ്പോൾ എസിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ E⁻Aയുടെ ഡയമെൻഷൻ ഇൻറ്റു V⁻Bയുടെ ഡയമെൻഷൻ ഇൻറ്റു T⁻Cയുടെ ഡയമെൻഷനാണ് വരേണ്ടത്. അപ്പോൾ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ബൈ ലെങ്ത് ആണ് വരുന്നത് അല്ലേ, ഫോഴ്സ് ബൈ ലെങ്ത്. അപ്പോൾ ML T⁻2 ഡിവൈഡഡ് ബൈ L എന്നാണ് വരിക. അപ്പോൾ എന്ന് പറയും, അപ്പോൾ M അല്ലേ L⁻0 T⁻2 വരും. ഇതാണ് സർഫസ് ടെൻഷൻ്റെ ഡയമെൻഷൻ ഫോർമുല വരുന്നത്. എവിടെ, നമ്മുടെ സാധാരണ SI സിസ്റ്റത്തിൽ വരുന്നത് L⁻0 T⁻2 ആണ്. ഇനി എനർജിയുടെ ഡയമെൻഷൻ നമുക്കറിയാം, ഇതേ യൂണിറ്റ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ L² T⁻2 ആണ് അല്ലേ, ദ ഹോൾ റേസ് ടു എ. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം L⁻1 ആണ്, ഹോൾ റേസ് ടു ബി ഇൻറ്റു ടൈം, അതുപോലെ തന്നെ നമുക്ക് എഴുതാം T⁻C. ഓക്കെ, അപ്പോൾ നമുക്ക് L⁻0 T⁻2 ഈസ് ഈക്വൽ ടു എന്ത് വരും, നമുക്ക് M⁻A
L raised to 2a plus b t raised to minus 2a minus b plus c എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമുക്കറിയാം രണ്ട് സൈഡിലെയും ഡയമെൻഷൻസ് അല്ലേ, ഓരോ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം എന്ന് പറയുമ്പം നമ്മൾ എമ്മിൻ്റെ ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എയുടെ വാല്യൂ എത്ര വരും? എയുടെ വാല്യൂ നമുക്ക് 1 വരും അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് എല്ലിൻ്റെ ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ 2a പ്ലസ് ബി എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. എന്ന് പറയുന്നത് ബി ഈസ് ഈക്വൽ ടു മൈനസ് 2a വരും. ആൻഡ് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് -2 എന്ന് കിട്ടും. അപ്പോൾ ബിയുടെ വാല്യൂ -2 ആണ്. ഇനി ടിയുടെ ഡയമെൻഷൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ -2 ഈക്വൽ ടു -2a മൈനസ് ബി പ്ലസ് സി എന്ന് വരും. എന്ന് പറയുമ്പോൾ സിയുടെ വാല്യൂ എന്ത് വരും? 2a പ്ലസ് ബി -2 എന്ന് വരും അല്ലേ. അപ്പോൾ 2a പ്ലസ് ബി നമുക്കറിയാം, 2a പ്ലസ് ബിയുടെ വാല്യൂ എന്താ? 0 ആണ്. എയും ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നില്ല, 2a പ്ലസ് ബി ഇവിടെ നിന്ന് 0 ആണെന്ന് കിട്ടും. അപ്പോൾ 0 -2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? -2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സിയുടെ വാല്യൂ -2 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സർഫസ് ടെൻഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു എനർജിയുടെ ഡയമെൻഷനാണ് റേസ് ടു എ വരുന്നത്, എയുടെ വാല്യൂ 1 ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷനാണ് നമുക്ക് ബി വരുന്നത്, ദാറ്റ് ഈസ് -2. ആൻഡ് ടൈമിൻ്റെ ഡയമെൻഷനാണ് സി വരുന്നത്, ദാറ്റ് ഈസ് അഗെയിൻ -2 അല്ലേ. അപ്പോൾ ഇ റേസ് ടു 1, വി റേസ് ടു -2, ടി റേസ് ടു -2 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ വരും അല്ലേ. സെക്കൻഡ് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. ദ വെലോസിറ്റി v of a particle is given by v equal to at plus b divided by t plus c, where a, b and c are constants. The dimensions of a, b and c are respectively. അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും ഡയമെൻഷൻസ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക ആണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കുക, വിയുടെ ഡയമെൻഷനും എയ്റ്റിയുടെ ഡയമെൻഷനും സെയിം ആയിരിക്കണം അല്ലേ. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എയ്റ്റിയുടെ അതേ ഡയമെൻഷൻ ആയിരിക്കണം. അതിൽ നമുക്ക് എയുടെ ഡയമെൻഷൻ കിട്ടും. എയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ ഡയമെൻഷനാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് എൽ ടി റേസ് ടു -1 ഡിവൈഡഡ് ബൈ ടി എന്ന് വരും അല്ലേ. സോ ഇറ്റ് ഈസ് എൽ ടി റേസ് ടു -2 എന്ന് വരും. അപ്പോൾ എയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -2 ആണ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ ടിയും സിയും തമ്മിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്തായിരിക്കണം? ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. അപ്പോൾ ടി പ്ലസ് സി എന്ന് പറയുന്ന സാധനത്തിന് ടൈമിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. അതുകൊണ്ട് സിക്ക് ടൈമിൻ്റെ ഡയമെൻഷൻ തന്നെയാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് ടി വരും അല്ലേ. അപ്പോൾ നമുക്കറിയാം ബി ബൈ ടി പ്ലസ് സിക്ക് വെലോസിറ്റിയുടെ ഡയമെൻഷനാണ് വരേണ്ടത്. അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ബിയുടെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ ഡയമെൻഷനാണ്. അപ്പോൾ അതിൽ നിന്ന് ബിയുടെ ഡയമെൻഷൻ നമുക്ക് എല്ലാന്ന് കിട്ടും അല്ലേ. എല്ലിൻ്റെ ഡയമെൻഷൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -2 അല്ലേ, ബിയുടെ ഡയമെൻഷൻ എൽ ആൻഡ് സിയുടെ ഡയമെൻഷൻ ടി ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ് നമുക്ക് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, ഓപ്ഷൻ 4 വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. An equation is given as p plus a by v square is equal to b times theta by v. Okay. Where p is the pressure, v is the volume, theta is absolute temperature. If a and b are constants, then dimensions of a will be. Okay. അപ്പം ഡയമെൻഷൻ ഓഫ് എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പെട്ടെന്ന് കിട്ടും ഉത്തരം. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെയും പ്രിൻസിപ്പിൾ ഹോമോജിനിറ്റി ഡയമെൻഷൻസ് നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ രണ്ട് ടേംസ് സം ചെയ്യുന്നുണ്ട്. സം ചെയ്യുന്ന കാരണം നമുക്കറിയാം പ്രഷറിൻ്റെ അതേ ഡയമെൻഷനാണ് എ ബൈ വി സ്ക്വയറിന് വരേണ്ടത് അല്ലേ. സോ ഡയമെൻഷൻ ഓഫ് പ്രഷർ ഈസ് സെയിം ആസ് ഡയമെൻഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് വോളിയം സ്ക്വയർ വരും. എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ ഓഫ് എ എന്ന് പറയുമ്പോൾ പ്രഷറിൻ്റെ ഡയമെൻഷൻ എന്താ? എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 ആണ്. ആൻഡ് വോളിയത്തിൻ്റെ സ്ക്വയറിൻ്റെ ഡയമെൻഷൻ വരുന്ന എൽ റേസ് ടു 6 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എം എൽ റേസ് ടു 5 ടി റേസ് ടു -2 വരും. ഓക്കെ, എം എൽ റേസ് ടു 5 ടി റേസ് ടു -2. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരും. ഓക്കെ, ഓപ്ഷൻ 1. For the question, the time dependence of a physical quantity p is given by p equal to p0 exponential minus alpha t square, where alpha is a constant, t is a time. The constant alpha. അപ്പോൾ ആൽഫയുടെ ഡയമെൻഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം എക്സ്പോണൻഷ്യൽ ടേംസിനും ലോഗറിതം ടേംസിനും സിനുസോഡൽ ടേംസിനും ഒന്നും നമ്മുടെ ഡയമെൻഷൻസ് ഇല്ല നമുക്കറിയാം. ഇതുകൂടാതെ എക്സ്പോണൻറ്റിൻ്റെ നമുക്ക് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ എക്സ്പോണൻ്റ് ആയിട്ട് വരുന്ന ടൈമിന് ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. ദാറ്റ് മീൻസ് ആൽഫ ടി സ്ക്വയർ ഡയമെൻഷൻലെസ് ആയിരിക്കണം അല്ലേ. ആൽഫ ടി സ്ക്വയർ ഡയമെൻഷൻലെസ് ആയിരിക്കണമെങ്കിൽ ആൽഫയ്ക്ക് ടൈമിൻ്റെ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് ഡയമെൻഷൻ ഉണ്ടായിരിക്കണം. എന്ന് പറയുമ്പോൾ ഹാസ് എ ഡയമെൻഷൻ ഓഫ് ടി റേസ് ടു -2 വരും അല്ലേ. ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഹാസ് എ ഡയമെൻഷൻ ഓഫ് ടി റേസ് ടു -2.
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The characteristic distance at which quantum gravitational effects are significant, the Planck length, can be determined from a suitable combination of the fundamental physical constants G, H and C. Which of the following correctly gives the Planck's length? അപ്പോൾ ഇതിനകത്ത് ഏതാണ് പ്ലാങ്ക്സ് ലെങ്തിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്നുള്ളത് ഡയമെൻഷനലി നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് മെത്തേഡ് ഓഫ് ഡയമെൻഷൻസ് എല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പ്ലാങ്ക് ലെങ്ത് എന്ന് പറയുമ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഡയമെൻഷനാണ് അതിന് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം പ്ലാങ്ക് ലെങ്ത് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു G raised to A, H raised to B ആൻഡ് C raised to ആൽഫ ബീറ്റ ഗാമ നമുക്ക് കൊടുക്കാം. അപ്പോൾ G raised to ആൽഫ, H raised to ബീറ്റ ആൻഡ് C raised to ഗാമ എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലും ഡയമെൻഷൻസ് ഈക്വേറ്റ് ചെയ്യുവാണെങ്കിൽ എല്ലിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം എല്ല് വരും. ദറ്റ് ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ഡയമെൻഷൻ വരുന്ന M raised to -1 L cube T raised to -2 ആണ് അല്ലേ. M raised to -1 L cube T raised to -2 വരും. ആൻഡ് എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് അല്ലേ. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് നമുക്കറിയാം ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷനാണ് വരുന്നത് എന്ന് പറയുമ്പോൾ mL² T raised to -1 വരും. ഓക്കെ, ആൻഡ് സി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ LT raised to -1 ആണ് ഡയമെൻഷൻ വരുന്നത്. റേസ് ടു ഗാമ എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് രണ്ട് സൈഡിലെയും ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ M raised to 0 L T raised to 0 ഈസ് ഈക്വൽ ടു എന്ത് വരും? M raised to -alpha plus beta L raised to 3 alpha plus 2 beta plus gamma T raised to -2 alpha minus beta minus gamma എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എമ്മിൻ്റെ ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? എമ്മിൻ്റെ ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്താൽ 0 ഈസ് ഈക്വൽ ടു -alpha plus beta എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ എന്ന് വരും അല്ലേ. ആൻഡ് നമുക്ക് ടിയുടെ ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? 0 ഈസ് ഈക്വൽ ടു -2 ആൽഫ മൈനസ് ബീറ്റ മൈനസ് ഗാമ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഗാമ ഈസ് ഈക്വൽ ടു 2 ആൽഫ പ്ലസ് ബീറ്റയാണ്. മൈനസ് ഓഫ് 2 ആൽഫ പ്ലസ് ബീറ്റയാണ്. മൈനസ് ഓഫ് 2 ആൽഫ പ്ലസ് ബീറ്റ ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫയാണ്. അപ്പോൾ നമുക്കിത് -3 ആൽഫയാണെന്ന് കിട്ടും. ഓക്കെ, -3 ആൽഫ. ഇനിയിപ്പോൾ നമുക്ക് എല്ലിൻ്റെ ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? 1 ഈസ് ഈക്വൽ ടു 3 ആൽഫ പ്ലസ് 2 ബീറ്റ പ്ലസ് ഗാമ എന്ന് കിട്ടും അല്ലേ. 3 ആൽഫ പ്ലസ് 2 ബീറ്റ പ്ലസ് ഗാമ. അപ്പോൾ നമുക്ക് 1 ഈസ് ഈക്വൽ ടു 3 ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ നമ്മൾ കൊടുത്താൽ 2 ആൽഫ എന്ന് എഴുതാം. പ്ലസ് ഗാമയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ -3 ആൽഫയാണ്. അപ്പോൾ -3 ആൽഫ എന്ന് വരും അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് 2 ആൽഫ 1 ആണെന്ന് കിട്ടും. ഒരു ആൽഫയുടെ വാല്യൂ നമുക്ക് 1/2 ആണെന്ന് കിട്ടും. ഓക്കെ അല്ലേ, ആൽഫ 1/2 ആണ്. ആൽഫ 1/2 ആണെങ്കിൽ ബീറ്റ എത്രയായിരിക്കും? ബീറ്റയും 1/2 ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഗാമയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ -3 ആൽഫയാണ്. അപ്പോൾ അത് -3/2 ആണ് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്ലാങ്ക് ലെങ്ത് എന്ന് പറയുന്നത് എന്തിങ്ങനെ വരും? പ്ലാങ്ക് ലെങ്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ ഈസ് പ്രൊപ്പോർഷണൽ ടു G raised to A എന്ന് പറയുമ്പോൾ 1/2, H raised to B എന്ന് പറയുമ്പോൾ 1/2 ഡിവൈഡഡ് ബൈ C raised to ഗാമ അല്ലേ. C raised to -3/2 എന്ന് പറയുമ്പോൾ C raised to 3/2 വരും എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് GH ഡിവൈഡഡ് ബൈ C ക്യൂബ് ദ ഹോൾ റേസ് ടു 1/2 വരും. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 വരും. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In an experiment, 4 quantities A, B and C and D are measured with a percentage error 1%, 2%, 3% and 4% respectively. The quantity P is calculated as follows. P is equal to A cube B square by CD. The percentage error in P is. Okay. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ചെയ്യാവുന്നൊരു ക്വസ്റ്റനേ ഉള്ളൂ. അപ്പോൾ P എന്ന് പറയാൻ നമുക്ക് തന്നിട്ടുണ്ട്. P is equal to A cube B square divided by CD ആണ് അല്ലേ. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് എറർ ഇൻ പി കാൽക്കുലേറ്റ് ചെയ്യുക. ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു നമുക്കറിയാം 3 ടൈംസ് ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 പ്ലസ് 2 ടൈംസ് ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100 വരും. ഓക്കെ, ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100. അപ്പം പെർസെൻറ്റേജ് എറർ ഇൻ എ നമുക്ക് തന്നിട്ടുണ്ട് 1% ആണ്. പ്ലസ് 2 ടൈംസ് 2% പ്ലസ് അടുത്തതിന് നമുക്ക് വരുന്ന 3% ആണ്. പ്ലസ് അടുത്തതിൻ്റെ 4 ആണ് വരിക അല്ലേ. അപ്പോൾ നമുക്ക് 14% ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ 4. 14% വരും. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ.
the main scale of a vernier caliper has n divisions per centimeter. N divisions of the vernier scale coincides with n minus 1 divisions on the main scale. The least count of the vernier caliper is. അപ്പോൾ നമുക്കൊരു വെർനിയർ കാലിപ്പറിൻ്റെ മെയിൻ സ്കെയിൽ ഡിവിഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. n ഡിവിഷൻസ് പെർ സെൻറ്റിമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. n ഡിവിഷൻസ് പെർ സെൻറ്റിമീറ്റർ, അതായത് n മെയിൻ സ്കെയിൽ ഡിവിഷൻസ് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പോൾ 1/n സെൻറ്റിമീറ്റർ ആയിരിക്കും നമുക്ക് വരിക. 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഇസ് ഈക്വൽ ടു 1/n സെൻറ്റിമീറ്റർ വരും. ഓക്കെ, പിന്നെ നമ്മളോട് പറയുന്നുണ്ട് n ഡിവിഷൻസ് ഓൺ ദ വെർനിയർ കോയിൻസൈഡ്സ് വിത്ത് n മൈനസ് 1 ഡിവിഷൻസ് ഓൺ ദ മെയിൻ സ്കെയിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ത് വരും? ദാറ്റ് ഈസ് n മൈനസ് 1 ഡിവൈഡഡ് ബൈ n മെയിൻ സ്കെയിൽ ഡിവിഷൻ വരും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഇസ് 1/n സെൻറ്റിമീറ്റർ വരും. ശരിയല്ലേ? 1/n സെൻറ്റിമീറ്റർ വരും. അപ്പോൾ 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ n സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് വരിക. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ വെർനിയർ കാലിബർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് വാല്യൂ ഓഫ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണ് അല്ലേ. സോ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഇസ് 1/n സെൻറ്റിമീറ്റർ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇസ് n മൈനസ് 1/n സ്ക്വയർ സെൻറ്റിമീറ്റർ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് n സ്ക്വയർ മൈനസ് n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? n സ്ക്വയർ മൈനസ് n പ്ലസ് n. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? n സ്ക്വയർ ഡിവൈഡഡ് ബൈ n ക്യൂബ് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/n അല്ലേ. (1/n സ്ക്വയർ സെൻറ്റിമീറ്റർ വരും. 1/n സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 വരും. ഓക്കെ, ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. Per the question, using a screw gauge of pitch 0.1 centimeter and 50 divisions on a circular scale, the thickness of an object is measured. It should correctly be recorded as. അപ്പോൾ നമുക്കൊരു സ്ക്രൂ ഗേജ് ഉണ്ട്, അതിൻ്റെ പിച്ചും നമ്പർ ഓഫ് ഡിവിഷൻസ് ഒന്ന് സർക്കുലർ സ്കെയിലും തന്നിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് കുറച്ച് റീഡിങ്സ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഏത് റീഡിംഗ് ആണ് ആ സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുന്നൊരു ക്വസ്റ്റനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എന്ത് വരും? ഒരു സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ ഹെഡ് സ്കെയിലാണ്. അപ്പോൾ പിച്ച് എന്ന് പറയുന്നത് 0.1 സെൻറ്റിമീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് പറയുമ്പോഴത്തേക്കിന് 50 വരും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എത്ര വരും? 0.002 അല്ലേ സെൻറ്റിമീറ്റർ വരും. 0.002 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ഇതാണ് നമുക്ക് ലീസ്റ്റ് കൗണ്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ആണ് അല്ലേ. ഒരു മെഷറിംഗ് എക്യുപ്മെൻറ്റ് വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ആണ് ലീസ്റ്റ് കൗണ്ട്. അതുകൊണ്ട് ലീസ്റ്റ് കൗണ്ടിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ നമുക്കൊരു റീഡിംഗ് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഏതൊരു ഇൻസ്ട്രുമെൻ്റ് ആയാലും. അപ്പോൾ 0.002ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ നമുക്ക് അതുപയോഗിച്ച് ഏതൊരു റീഡിംഗ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ ക്ലിയർലി നമ്പർ ഒരു അല്ലേ, ബാക്കിയുള്ള ഏത് നമ്പർ നിങ്ങൾ നോക്കിയാലും ഓപ്ഷൻ 1, 3 and 4 ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഒരിക്കലും വരില്ല. അപ്പോൾ ബെസ്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. A student measures a time period of 100 oscillations of a simple pendulum 4 times. The data set is 90 second, 91 second, 95 second and 92 second. If the minimum division in the measuring clock is 1 second, then the reported mean time should be. ഓക്കെ, അപ്പോൾ ഒരു വാച്ചോ അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ക്ലോക്കോ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. കാരണം സ്മോളസ്റ്റ് ഡിവിഷൻ 1 സെക്കൻഡ് ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് 100 ഓസിലേഷൻസിൻ്റെ ടൈം പീരീഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് 4 തവണ എടുത്തപ്പോൾ നമുക്ക് 4 ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്യേണ്ട മിനിമം ടൈം എത്ര എന്നാണ് ചോദ്യം അല്ലേ. റിപ്പോർട്ട് ചെയ്യേണ്ട മീൻ ടൈം എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് 100 ഓസിലേഷൻസിൻ്റെ ടൈം പീരീഡിൻ്റെ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്കറിയാം 4ൻ്റെ നമ്മൾ ആവറേജ് എടുക്കും. നമ്മളതാണ് ട്രൂ വാല്യൂ ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ടൈമിൻ്റെ വാല്യൂ നോക്കുവാണെങ്കിൽ 90 + 91 + 95 + 92 ഡിവൈഡഡ് ബൈ 4 ഇതാണ് 4ൻ്റെ കൂടെ ആവറേജ് ആണ് നമുക്ക് മീൻ ടൈം വരിക. അപ്പോൾ അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 92 ആണ്. അത് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാ ഓപ്ഷൻസിലും 92 നിങ്ങൾക്ക് തന്നിട്ടുണ്ട്.
നമുക്ക് നോക്കേണ്ടത് അതിൻ്റെ എറർ എങ്ങനെയാണ് കറക്റ്റായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ലീസ്റ്റ് കൗണ്ടർ അല്ലെങ്കിൽ ആക്യുറസി എങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ചോദ്യം. അപ്പോൾ അത് നിങ്ങൾ മീൻ ഡീവിയേഷൻസ് എടുക്കണം. ഓക്കെ, മീൻ ഡീവിയേഷൻസ് എടുക്കുക എല്ലായിടത്തും നിന്ന്. അപ്പോൾ എല്ലാ റീഡിംഗ് എന്നുള്ള മീൻ ഡീവിയേഷൻസ് നോക്കുമ്പോൾ ആദ്യത്തേതും നമ്മുടെ ആവറേജ് വാല്യൂ നമ്മൾ ഡിഫറൻസ് എത്ര വരുന്നത് 2 സെക്കൻഡ്സ് ആണ് വരിക അല്ലേ. രണ്ടാമത്തേൻ്റെ നമുക്ക് വരുന്ന 1 സെക്കൻഡ് ആണ്. മൂന്നാമത്തേൻ്റെ വരുന്ന 3 സെക്കൻഡ്സ് ഡീവിയേഷൻ ഉണ്ട്. ആൻഡ് നാലാമത്തേൻ്റെ വരുമ്പോഴത്തേനും 0 സെക്കൻഡ്സ് ആണ് ഡീവിയേഷൻ വരുന്നത്. അപ്പോൾ മീൻ ഡീവിയേഷൻ എത്ര വരും? മീൻ ഡീവിയേഷൻ വരുന്നത് 3 + 6/4 1.5 സെക്കൻഡ്സ് വരും അല്ലേ, 1.5 സെക്കൻഡ്സ് വരും. അപ്പോൾ ആൻസർ ഏത് വരും? ആൻസർ പക്ഷേ ഓപ്ഷൻ 3 അല്ല. ഓപ്ഷൻ 3 നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം 1.5 സെക്കൻഡ്സ് പറയുന്നൊരു എറർ അല്ലെങ്കിൽ ഒരു എററിന് അവിടെ സാധ്യതയില്ല. അവിടെ ഒരു അത്രയും എന്ന് പറയുമ്പോൾ 1.5 സെക്കൻഡ്സ് പറയുമ്പോൾ നിങ്ങൾ ആദ്യത്തെ ഡെസിമൽ പോയിന്റ് വരെ ലീസ്റ്റ് കൗണ്ട് വരുന്നുണ്ട് അവിടെ, ശരിയല്ലേ? എന്ന് പറയുമ്പോൾ ആ ഡെസിമൽ പോയിന്റ് വരെ കൃത്യമായ വാല്യൂ അറിയാമെങ്കിൽ മാത്രമേ നമുക്കത് എഴുതാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ ക്ലോക്കിൻ്റെ ലീസ്റ്റ് കൗണ്ട് 1 സെക്കൻഡ്. അപ്പോൾ 1 സെക്കൻഡിൽ താഴെയുള്ള എറേഴ്സ് നമുക്ക് അത് വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് 2 സെക്കൻഡ്സേ ആൻസർ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം എത്രയാണ്? 92 ± 2 സെക്കൻഡ്സ് ആണ് നമുക്ക് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് T = 2√L/G. Measured value of L is 20 cm, known to 1 mm accuracy, and time for 100 oscillations of the pendulum is found to be 90 seconds using a wristwatch of 1 second resolution. The accuracy in the determination of G is. അപ്പോൾ ഒരു ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം നമുക്ക് തന്നിട്ടുണ്ട്, ഫോർമുല എല്ലാവർക്കും അറിയാം. അപ്പം L മെഷർ ചെയ്യുന്നു, ആക്യുറസി നമുക്ക് തന്നിട്ടുണ്ട്, ആൻഡ് 100 ഓസിലേഷൻസിൻ്റെ പീരീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 90 സെക്കൻഡ്സ് ആണ്. സ്റ്റോപ്പ് വാച്ച് അതിൻ്റെ റെസൊല്യൂഷൻ 1 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ആക്യുറസി ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് G ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ടേംസിലോട്ട് നിങ്ങൾ ആദ്യം എഴുതണം, അല്ലെങ്കിൽ നിങ്ങൾ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും തെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് G = 4π² × L/T² എന്നാണ് നമുക്ക് ഫോർമുല റീഅറേഞ്ച് ചെയ്യുമ്പോൾ വരുന്നത്. സോ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ G എന്ന് പറയുന്നത് എന്തായിരിക്കും? ദറ്റ് ഇസ് ΔG/G × 100 is equal to ΔL/L × 100 പ്ലസ് 2 times ΔT/T × 100 വരും അല്ലേ. 2 times ΔT/T × 100 വരും. അപ്പോൾ നമുക്ക് ΔL നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? ΔL എന്ന് പറയുമ്പോൾ ആക്യുറസി 1 മില്ലിമീറ്റർ ആണ് അല്ലേ. ഇപ്പോൾ 1 മില്ലിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ എല്ലിൻ്റെ വാല്യൂ എത്ര? 20 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 20.0 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ, കാരണം ആക്യുറസി 1 മില്ലിമീറ്റർ ആണ്. അപ്പോൾ 20 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് 200 മില്ലിമീറ്റർ വരും, ശരിയല്ലേ. അപ്പോൾ × 100 പ്ലസ് 2 ടൈംസ്. ഇനി ΔT/T വേണം. ഇവിടെ T എന്ന് പറഞ്ഞ ടൈം പീരീഡ് അല്ലേ. ഇവിടെ 100 ഓസിലേഷൻസിൻ്റെ ടൈമാണ് 90 സെക്കൻഡ്സ്. അപ്പോൾ ഓരോ ഓസിലേഷൻ എടുക്കുന്ന ടൈമാണ് ടൈം പീരീഡ്. ദാറ്റ് വിൽ ബി 90/100 ആയിരിക്കും. അപ്പോൾ നിങ്ങളോട് നോക്കേണ്ടത് നമുക്ക് ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ഫോർ n ഓസിലേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എറർ എടുക്കുകയാണെങ്കിൽ ΔT/T എന്ന് പറഞ്ഞാൽ ΔT ഡിവൈഡഡ് ബൈ T എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വരും, കാരണം n ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, n ഒരു നമ്പറാണ്. അപ്പം ഒരു എണ്ണമായതുകൊണ്ട് അതിൽ നമ്മൾ എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് എണ്ണാൻ അറിയാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളത് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ΔT/T = ΔT/T നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്ത് പലപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ നിന്ന് ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടൈം പീരീഡിൻ്റെ ലീസ്റ്റ് കൗണ്ടിനകത്തോട്ട് കൊണ്ട് നിങ്ങൾ 1 സെക്കൻഡ് എടുക്കും. 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈം പീരീഡിനകത്തുള്ള ലീസ്റ്റ് കൗണ്ട് അല്ല. എന്താണോ നിങ്ങൾ മെഷർ ചെയ്യുന്നത് ആ മെഷർമെൻറ്റിലുള്ള എററായിട്ട് വേണം നിങ്ങൾ ലീസ്റ്റ് കൗണ്ട് എറർ അല്ലെങ്കിൽ റെസൊല്യൂഷൻ നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് 2 times ΔT/T എന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര? സ്മോൾ ΔT/T തന്നെയാണ്. സോ ദാറ്റ് ഈസ് 2 times എന്ത് വരും? ΔT ഈസ് 1 സെക്കൻഡ് വരും അല്ല, 1 ഡിവൈഡഡ് ബൈ ആൻഡ് ടൈം ഈസ് 90 സെക്കൻഡ്സ് ആണ് × 100 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100/200 എന്ന് പറയുന്നത് നമുക്ക് 0.5 വരും, പ്ലസ് 200/90 വരും അല്ലേ, എന്ന് പറയുമ്പോൾ 20 ഡിവൈഡഡ് ബൈ 9 വരും. സോ ഇറ്റ് ഇസ് 0.5 പ്ലസ് 20/9 ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര വരും? 218 ആണ് വരുന്നത് അല്ലേ. പിന്നെ പോയിട്ട് 2 തന്നെ വരും. അപ്പോൾ നമുക്ക് റഫ്ലി 2.7 വരും. അപ്പം ബെസ്റ്റ് ആൻസറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 3% ആണ്. ഓക്കെ, റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3% ആയിട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത് നമുക്ക് മോഷൻ സ്ട്രെയിറ്റ് ലൈനിലെ ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ഇഫ് ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഈസ് v = 80 + b/t², where a and b are constants, and the distance travelled by it between 1 second and 2 seconds is. ഓക്കെ, അപ്പോൾ ബിറ്റ്വീൻ 1 second and 2 seconds ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ടല്ലേ.
അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ടി പ്ലസ് ബി ടി സ്ക്വയർ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം, നമുക്ക് വെലോസിറ്റി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. നിങ്ങളിവിടെ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ വെലോസിറ്റി ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. ബട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എയും ബിയും കോൺസ്റ്റൻസ് ആണ്. ആസ് ലോങ് ആസ് ദെയർ പോസിറ്റീവ് കോൺസ്റ്റൻസ് ആൻഡ് ആസ് ടൈം ഗോസ് ഓൺ, ഇപ്പോൾ ഇനിഷ്യലി ടി ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ വെലോസിറ്റി 0 ആയിരിക്കും. ബട്ട് ആസ് ടൈം ഗോസ് ഓൺ വെലോസിറ്റി വിൽ റിമെയിൻ പോസിറ്റീവ്. ദാറ്റ് മീൻസ് അവിടെ ഡയറക്ഷൻ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസിൻ്റെ വാല്യൂ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെ വരണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കിട്ടുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് അതിന് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ വി ഡി ടി ആണ് ബിറ്റ്വീൻ ദ ടൈം ഇൻ്റർവൽസ് T1 T2. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടി പ്ലസ് ബി ടി സ്ക്വയർ വരും, അല്ലേ? നമുക്ക് 1 സെക്കൻഡ് ആൻഡ് 2 സെക്കൻഡ് ആണ് വേണ്ടത്. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു എ ടി സ്ക്വയർ ബൈ 2 പ്ലസ് ബി ടി ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ബിറ്റ്വീൻ 1 and 2 സെക്കൻഡ്സ് വരും. സോ എസ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ബി ഇൻറ്റു 2 ക്യൂബ് ഡിവൈഡഡ് ബൈ 3 മൈനസ് എ ഇൻറ്റു 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മൈനസ് ബി ഇൻറ്റു 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 ക്യൂബ് ഡിവൈഡഡ് ബൈ 3 വരും. Okay, so this is 2a and plus 8b divided by 3 minus a by 2 minus b divided by 3 വരും. So s is equal to 3a by 2 അല്ലേ, plus 7b divided by 3 വരും. 3a by 2 plus 7b divided by 3. So answer is option 3. അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഇൻ മീറ്റർ ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം മൂവിങ് ഇൻ 1 dimension under the action of a force is related to time by t equal to root x plus 3. The displacement of the particle when its velocity 0 will be. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി 0 ആകുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് പ്ലസ് 3 ആണ്. അപ്പോൾ റീഅറേഞ്ച് ചെയ്താൽ റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ടി മൈനസ് 3 വരും, അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? ടി മൈനസ് 3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് കിട്ടുക. എക്സ് ഇസ് ഈക്വൽ ടു ടി മൈനസ് 3യുടെ സ്ക്വയർ വരും. അപ്പോൾ നമുക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. സോ വെലോസിറ്റി ഇസ് ഡി എക്സ് ബൈ ഡി ടി, അല്ലേ? ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുമ്പോൾ നമുക്ക് 2 times ടി മൈനസ് 3 വരും, ശരിയല്ലേ? 2 times ടി മൈനസ് 3 വരും. അപ്പോൾ നമുക്ക് ടി മൈനസ് 3 വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ടി മൈനസ് 3 ക്യാൻ ബി റിട്ടൺ ആസ് റൂട്ട് എക്സ്, അല്ലേ? അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് ഇൻറ്റു 2 അല്ലെങ്കിൽ 2 റൂട്ട് എക്സ് നമുക്ക് എഴുതാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് വെലോസിറ്റി 0 ആകുന്ന സമയത്ത് അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കണം? ഡിസ്പ്ലേസ്മെൻറ്റും 0 ആയിരിക്കണം. സോ ആൻസർ ഇസ് ഓപ്ഷൻ 3, അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. The displacement of a particle varies with time as t is x is equal to a e raised to minus alpha t plus b e raised to beta t, where a, b, alpha, beta are positive constants. The velocity of the particle will. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് പൊസിഷൻ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ആൽഫ ടി പ്ലസ് ബി ഇ റേസ് ടു ബീറ്റ ടി ആണ്. അപ്പോൾ എയും ബിയും കോൺസ്റ്റൻസ് ആണ്, ആൽഫയും ബീറ്റയും കോൺസ്റ്റൻസ് ആണ്. ഇതെല്ലാം പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി എടുക്കുവാണെങ്കിൽ എന്ത് കിട്ടും? എ ഇൻറ്റു മൈനസ് ആൽഫ ഇ റേസ് ടു മൈനസ് ആൽഫ ടി പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു എന്ത് വരും? ബി ഇൻറ്റു ബീറ്റ ടൈംസ് ഇ റേസ് ടു ബീറ്റ ടി എന്ന് വരും. അപ്പോൾ വെലോസിറ്റി ഇസ് ഈക്വൽ ടു മൈനസ് എ ആൽഫ ഇ റേസ് ടു മൈനസ് ആൽഫ ടി പ്ലസ് ബി ബീറ്റ ഇ റേസ് ടു ബീറ്റ ടി എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എങ്ങനെയാണ്, ഏത് ഫാഷനിലാണ് ചേഞ്ച് ചെയ്യുന്നതാണ് ചോദ്യം. ഈസി ആയിട്ട് മനസ്സിലാക്കാമെന്നുള്ളേ ഉള്ളൂ. നിങ്ങൾ ടി ഈക്വൽ ടു 0 ടി ഈക്വൽ ടു ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഈ രണ്ട് കേസിൽ എങ്ങനെയാണ് ലിമിറ്റ് വരുന്നത് നോക്കിയാൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഇടയിൽ എങ്ങനെ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ടി ഈക്വൽ ടു 0 എടുക്കുവാണെങ്കിൽ ഇ റേസ് ടു മൈനസ് 0 എന്ന് പറയുന്നത് 1 വരും, അല്ലേ? അപ്പം ഇവിടെ ഇ റേസ് ടു 0 എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 1 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ബീറ്റ ബി മൈനസ് എ ഇൻറ്റു ആൽഫ എന്നാണ് നമുക്ക് വെലോസിറ്റി ഇനീഷ്യലി വരിക. ഇനി നിങ്ങൾ ടി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ടി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആവും, ഈ ടൈം 0 ആയി പോവും. ആൻഡ് ഈ ടൈം എന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഈ ടൈം എന്ന് പറയുന്നത് ഇൻഫിനിറ്റ്ലി ലാർജ് ആവും. അപ്പോൾ വെലോസിറ്റി ഇൻഫിനിറ്റ്ലി ലാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ടൈം ഗോസ് ഓൺ ഈ ടൈം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ് വരും. ദിസ് ടൈം ബിക്കംസ് മോർ ആൻഡ് മോർ ഇൻസിഗ്നിഫിക്കൻറ്റ് ആൻഡ് ഈ ടൈം എന്ന് പറഞ്ഞാൽ ലാർജർ ആയിക്കൊണ്ടിരിക്കുക. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ആ ഒരു ബിഹേവിയർ വെച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലേ. ഈ ടൈം എന്ന് പറഞ്ഞാൽ ലാർജർ ആയിക്കൊണ്ടിരിക്കും. സോ നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബിക്കംസ് ഇൻക്രീസിങ് വിത്ത് ടൈം ആണ്. സോ ഇറ്റ് ഗോസ് ഓൺ ഇൻക്രീസിങ് വിത്ത് ടൈം. ആൻസർ ഇസ് ഓപ്ഷൻ 4 അല്ലേ. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. A car accelerates from rest at a constant rate alpha for some time, after which it decelerates at a constant rate beta and comes to rest. If the total time elapsed is t, then the maximum velocity acquired by the car is. Okay. Maximum velocity acquired by the car എത്ര എന്നാണ് ചോദ്യം. അപ്പം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർമുല അറിയുന്നവർക്ക് ഡയറക്റ്റ് പറയാനുള്ളൊരു ചോദ്യമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ആക്സലറേറ്റ്സ് ഫ്രം റെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ് അല്ലേ. ആക്സലറേറ്റ് ചെയ്യണം. അപ്പോൾ വി ടി ഗ്രാഫ് ലീനിയർ ആണ് അല്ല, സ്ലോപ്പ് പോസിറ്റീവ് ആണ്. ഇറ്റ് ആക്സലറേറ്റ്സ് അറ്റ് ദ റേറ്റ് ആൽഫ അല്ലേ. അപ്പോൾ ആക്സലറേഷൻ ആൽഫയാണ്. ആഫ്റ്റർ അറ്റൈനിങ് മാക്സിമം വെലോസിറ്റി ബിഗിൻസ് ടു ഡീസിലറേറ്റ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എഗെയിൻ സ്ലോപ്പ് നെഗറ്റീവ് ആണ്, കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആക്സലറേഷൻ എന്ന് പറയുന്നത് ആൽഫയാണ്, ഇവിടുത്തെ ആക്സലറേഷൻ എന്ന് പറയുന്നത് ബീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. മാക്സിമം വെലോസിറ്റി അറ്റൈൻഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ ടൈം ഇലാപ്സ്ഡ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? ടോട്ടൽ ടൈം ഇലാപ്സ്ഡ് എന്ന് പറയുന്നത് നമുക്ക് T1 ആണ് തന്നിട്ടുണ്ട്. T ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു അതിൻ്റെ ആക്സലറേഷൻ ഫേസിലെ ടൈം ഇൻ്റർവൽ T1 ഉം ഡീസലറേഷൻ ഫേസിലെ ടൈം ഇൻ്റർവൽ T2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ T1 + T2 എന്ന് പറയുന്നത് ടോട്ടൽ ടൈം ഇലാപ്സ്ഡ് Tയോട് ഈക്വൽ ആയിരിക്കും അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി എമ്മിനെ നമുക്ക് ആൽഫയും ബീറ്റയായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാം. അപ്പോൾ സ്ലോപ്പിനോട് ഈക്വൽ ആണ്. അപ്പോൾ വി എമ്മിനെ നിങ്ങൾക്ക് ആൽഫയെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ആൽഫ = VM / T1 എന്ന് എഴുതാം, ശരിയല്ലേ. അപ്പോൾ അതിന് VM = ആൽഫ T1 എന്ന് വരും. രണ്ടാമത്തെ കേസിൽ നമുക്ക് -β = -VM / T2 എന്ന് വരും. സോ VM = β × T2 എന്ന് വരും. അപ്പോൾ രണ്ടിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം, അതിൻ്റെ ആൽഫ T1 = β T2 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് T1 / T2 എന്താണെന്ന് വരും? T1 / T2 = β / ആൽഫയാണെന്ന് കിട്ടും. അപ്പോൾ റേഷ്യോ അറിയാം, സമ്മും അറിയാമെങ്കിൽ നിങ്ങൾക്ക് വാല്യൂസ് കണ്ടുപിടിക്കാമല്ലോ അല്ലേ. അപ്പോൾ T1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? β / ആൽഫ + β × T ആയിരിക്കും വരിക. ഓക്കെ. അപ്പോൾ T1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ VM = ആൽഫ T1 ആണ്. സോ ഇറ്റ് ഈസ് ആൽഫ ബീറ്റ / ആൽഫ + β × T എന്ന് വരും. ഓക്കെ, ഇതാണ് ആൻസർ വരിക. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A particle is moving with a speed v = b √x along the positive x-axis. Calculate the speed of the particle at time t = tau. Assume that the particle is at the origin at t = 0. അപ്പോൾ ഇത് പല രീതിയിൽ ചെയ്യാം. ഓക്കെ, പല രീതിയിൽ ചെയ്യാം. ഇതൊരു യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണെന്ന് മനസ്സിലാക്കുന്നവർക്ക് അതിൻ്റെ ഡയറക്റ്റ് ഫോർമുല നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബൈ ദ മെത്തേഡ് ഓഫ് കാൽക്കുലസ് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് v = b √x ആണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ടൈം t = tau. അപ്പോൾ ടൈമിൽ ആണ് നമുക്കൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് VA dx/dt എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് = b × √x ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് dx എക്സിന് നിങ്ങൾക്ക് ടൈമിൻ്റെ ഫംഗ്ഷനിലോട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വെലോസിറ്റി നിങ്ങൾക്ക് ടൈമിൻ്റെ ഫംഗ്ഷനിൽ കിട്ടും. പിന്നെ ആ ടൈമിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. അതല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ dx / √x എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? b × dt വരും. അപ്പോൾ രണ്ട് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻറ്റഗ്രൽ dx / √x അല്ലേ. അപ്പോൾ ഇനിഷ്യലി 0 ഒറിജിനലാണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഫൈനൽ പൊസിഷൻ നമുക്ക് x ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് = b × ഇൻറ്റഗ്രൽ dt വരും അല്ലേ, ഫ്രം 0 to t. അപ്പം ഇൻറ്റഗ്രൽ dx / √x എന്ത് വരും? 2 √x വരും, ശരിയല്ലേ. 2 √x വരും. ദാറ്റ് ഈസ് = b × t എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, അപ്പം 2x 4x എന്ന് പറയുന്നത് എന്ത് വരും? 4x = b² × t വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ b² t / 4 എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, b² t²/4. അപ്പോൾ എക്സ് കിട്ടി. സോ യു ക്യാൻ കാൽക്കുലേറ്റ് വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് dx/dt. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? b²/4 × 2t എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2b² t / 4. സോ ഇറ്റ് ഈസ് b² t / 2. അപ്പോൾ t = ടോയിലെ വെലോസിറ്റിയാണ് ചോദ്യം. സോ ഇറ്റ് ഈസ് ഗിവൺ ബൈ b² tau / 2 വരും. ഓക്കെ, b² tau / 2. ഇതാണ് വെലോസിറ്റി അറ്റ് ടൈം t = tau വരിക.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഇതൊരു യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനാണ് അല്ലേ. അപ്പം v is equal to b root x ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ദിസ് is equal to the form യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനിലെ കൈനമാറ്റിക് ഇക്വേഷൻ ദ റൂട്ട് ഓഫ് u square plus 2as ആണ്. അപ്പോൾ ഈ ഫോമിലോട്ട് നിങ്ങൾക്ക് മാറ്റി എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം u 0 ആയിരിക്കണം, ഇനിഷ്യൽ വെലോസിറ്റി 0 നമുക്ക് കിട്ടും അല്ലേ. ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. ആൻഡ് നമുക്ക് കമ്പയർ ചെയ്യുവാണെങ്കിൽ പിന്നെ റൂട്ട് 2ax എന്ന് പറയുന്നത് b റൂട്ട് എക്സിനോട് ഈക്വലാണ്. സോ ദാറ്റ് മീൻസ് 2axൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ b സ്ക്വയർ ഇൻറ്റു എക്സ് ആണ്. അതിൽ നിന്ന് ആക്സിലറേഷൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും, ദാറ്റ് ഇസ് b സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a. ഇതാണ് ആക്സിലറേഷൻ്റെ വാല്യൂ വരും. ഓക്കെ, ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ അറിയാമെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഇൻറ്റു ടൈം ആണ്. സോ വിൽ ഗെറ്റ് b സ്ക്വയർ ഇൻറ്റു t ഡിവൈഡഡ് ബൈ ഓക്കെ. അപ്പോൾ ആക്സിലറേഷൻ്റെ വാല്യൂ b സ്ക്വയർ ബൈ 2. ഓക്കെ, b സ്ക്വയർ ബൈ 2. അപ്പോൾ നമുക്ക് v is equal to 80 എന്ന് കൊടുത്താൽ b സ്ക്വയർ ബൈ 2 ഇൻറ്റു ടി എന്ന് കിട്ടും. അവിടെ ടി ഇക്വൽ ടു ടോ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ 2 ആണ് വരിക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, the position of a particle as a function of time is given by x is equal to at square at plus bt square minus c t cube. When the particle attains 0 acceleration, velocity will be. Okay. അപ്പോൾ എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പാർട്ടിക്കിളിന് 0 ആക്സലറേഷൻ ആയിരിക്കുന്ന സമയത്ത് വെലോസിറ്റി എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ എക്സ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, എക്സ് ഇസ് ഈക്വൽ ടു എ ടി പ്ലസ് ബി ടി സ്ക്വയർ മൈനസ് സി ടി ക്യൂബ് ആണ് അല്ലേ. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഡി എക്സ് ബൈ ഡി ടി ആണ്. സോ ദാറ്റ് ഈസ് എ പ്ലസ് 2bt മൈനസ് 3c ടി സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. അപ്പോൾ ഇതാണ് വെലോസിറ്റി. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഡി വി ബൈ ഡി ടി ആണ് അല്ലേ. ഡി വി ബൈ ഡി ടി എടുക്കുകയാണെങ്കിൽ 2b മൈനസ് 6ct എന്ന് കിട്ടും. അപ്പോൾ ആക്സലറേഷൻ 0 ആകുന്ന സമയത്തെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഏത് ടൈമിലാണ് ആക്സലറേഷൻ 0 ആകുന്നതെന്ന് കണ്ടുപിടിക്കണം. ആ ടൈം എടുത്ത് വെലോസിറ്റിക്ക് എത്തിയിട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ ആക്സലറേഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ എന്ത് കിട്ടും, 2b മൈനസ് 6ct എന്ന് പറയുന്നത് 0 ആണെന്ന് കിട്ടും. അല്ലെങ്കിൽ ടിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ b ഡിവൈഡഡ് ബൈ 3c ആണെന്ന് കിട്ടും അല്ലേ. അപ്പോൾ ടൈം നമുക്ക് b ബൈ 3c ആണെന്ന് കിട്ടും. അപ്പോൾ ടൈമിൻ്റെ വാല്യൂ എടുത്ത് വെലോസിറ്റിക്ക് എത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ വെലോസിറ്റി അറ്റ് ടൈം b ബൈ 3c ഈസ് ഈക്വൽ ടു a പ്ലസ് 2b ഇൻറ്റു b ബൈ 3c മൈനസ് 3c ഇൻറ്റു b square divided by 9c square. So it is a plus 2b square divided by 3c minus b square divided by 3c. So it is a plus b square divided by 3c വരും അല്ലേ. So answer is option 2. ഇപ്പോൾ അടുത്തൊരു ഗ്രാഫിക്കൽ ക്വസ്റ്റൻ ആണ്. 26. The velocity displacement graph of a particle moving along a straight line is shown. The most suitable acceleration displacement graph will be. അതിനകത്ത് ഏതാണ് ആക്സലറേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ തന്നിരിക്കുന്നതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാൻ പറ്റും വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആണ്, ശരിയല്ലേ. അപ്പോൾ അതിൻ്റെ y ഇൻ്റർസെപ്റ്റ് നിങ്ങൾക്കറിയാം. y ഇൻ്റർസെപ്റ്റ് നമുക്ക് 0 വരുന്ന അറ്റേക്ക് x0 x ഈക്വൾ ടു x0 എന്ന് പറയുന്ന വാല്യൂവിൽ y ഇൻ്റർസെപ്റ്റ് നമുക്ക് x ഈക്വൾ ടു 0ൽ v0 ആണ് നമുക്ക് വരുന്നത്, ശരിയല്ലേ. അപ്പോൾ y ഇൻ്റർസെപ്റ്റ് അറിയാം, സ്ലോപ്പ് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇസ് v0 ഡിവൈഡഡ് ബൈ x0 ആൻഡ് സ്ലോപ്പ് ഇസ് നെഗറ്റീവ് അല്ലേ. അപ്പോൾ y ഈക്വൾ ടു mx പ്ലസ് എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ എഴുതാം. സോ v ഇസ് ഈക്വൽ ടു എന്ത് വരും, v0 മൈനസ് സ്ലോപ്പ് വരുന്നത് v0 ഡിവൈഡഡ് ബൈ x0 ഇൻറ്റു x. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ വരിക അല്ലേ. അപ്പം v ഈക്വൽ ടു v0 മൈനസ് v0 ബൈ x0 ഇൻറ്റു x എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഫംഗ്ഷൻ വരിക. or you can write v equal to v0 times 1 minus x divided by x0 എന്ന് വരും. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇതാണ് നമ്മളുടെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ആക്സലറേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആക്സലറേഷൻ ഫംഗ്ഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടാൻ എന്ത് ചെയ്യണം, a is equal to v into dv by dx ആണ് നമ്മുടെ ഫോർമുല അല്ലേ. a is equal to v into dv by dx. അപ്പോൾ dv by dx വാല്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, dv by dx വാല്യൂട്ട് ചെയ്യുകയാണെങ്കിൽ v0 കോൺസ്റ്റൻ്റ് ആണ്, 1ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 അല്ലേ. അപ്പോൾ 1 by x0 വരും. അപ്പോൾ നമുക്ക് dv by dx എന്ന് പറഞ്ഞാൽ അല്ലേ തന്നെ അത് സ്ലോപ്പാണ് അല്ലേ, മൈനസ് v0 ഡിവൈഡഡ് ബൈ x0 ആണ്, ശരിയാണല്ലോ, സ്ലോപ്പിനോട് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ആക്സലറേഷൻ്റെ വാല്യൂ വരുമ്പോൾ ദാറ്റ് ഈസ് v ടൈംസ് മൈനസ് v0 ബൈ x0 വരും, ശരിയല്ലേ. അപ്പോൾ നമ്മൾ v എടുക്കുവാണെങ്കിൽ മൈനസ് v0 ഡിവൈഡഡ് ബൈ x0 ഇൻറ്റു v0 ടൈംസ് 1 മൈനസ് x ബൈ x0 വരും. ഓക്കെ. അപ്പോൾ നമുക്ക് തകത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു എന്ത് വരും, ദാറ്റ് ഈസ് മൈനസ് v0 സ്ക്വയർ ഡിവൈഡഡ് ബൈ x0 ഇൻറ്റു 1 മൈനസ് x ഡിവൈഡഡ് ബൈ x0 എന്ന് വരും. So acceleration is equal to minus v0 square divided by x0 plus
v0 square divided by x0 square into x എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു v0 square divided by x0 square into x minus v0 square divided by x0 എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ദ ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ്, ആക്സിലറേഷൻ y ആക്സിൽ എടുക്കുന്നു അല്ലേ, എക്സ് നമ്മൾ x ആക്സിൽ എടുക്കുന്നു. സോ ഇറ്റ് ഇസ് ഓഫ് ദ ഫോം y is equal to mx plus c. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സ്ലോപ്പ് ഈസ് പോസിറ്റീവ് അല്ലേ, v0 square by x0 square എന്ന് പറയുന്നത് പോസിറ്റീവ് സ്ലോപ്പ് ആണ്. ആൻഡ് ദ y ഇൻ്റർസെപ്റ്റ് ഈസ് നെഗറ്റീവ് അല്ലേ, മൈനസ് v0 square by x0 ആണ് y ഇൻ്റർസെപ്റ്റ് വരിക. അപ്പോൾ ലീനിയർ ഗ്രാഫാണ് വിത്ത് പോസിറ്റീവ് സ്ലോപ്പ് ആൻഡ് നെഗറ്റീവ് y ഇൻ്റർസെപ്റ്റ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ, ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ വരിക. നാല് രണ്ട് എല്ലാം വന്നു, ഒന്ന് ഒഴിച്ച്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഈസി ക്വസ്റ്റ്യൻ. A car is standing 200 meter behind a bus which is also at rest. The two start moving at the same instant but with different forward accelerations. The bus has acceleration 2 meter per second square and the car has acceleration 4 meter per second square. The car will catch up with the bus after a time of. Okay. അപ്പോൾ നമുക്ക് കാറ് എപ്പോഴാണ് ബസ്സിനെ പിടിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ഇനിഷ്യലി നമുക്കൊരു ബസ്സുണ്ട്, ഒരു കാറും ഉണ്ട്. ഓക്കെ, ഒരു കാറുണ്ട്, ഒരു ബസ്സുണ്ട്. അപ്പോൾ ഇനിഷ്യലി രണ്ടുപേരും റെസ്റ്റിലാണെന്ന് പറയുന്നുണ്ട് അല്ലേ, രണ്ടുപേരും ഇനിഷ്യലി റെസ്റ്റിലാണ്, രണ്ടുപേരും വെലോസിറ്റി 0 ആണ്. ആൻഡ് ഇനിഷ്യലി കാറ് ബസ്സിൽ നിന്നും 200 മീറ്റർ പിന്നിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും രണ്ട് ആക്സലറേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ബസ്സിൻ്റെ ആക്സലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, കാറിൻ്റെ ആക്സലറേഷൻ 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാർ ബസ്സിനെ എന്തായാലും ഓവർടേക്ക് ചെയ്യും. ആ ഓവർടേക്ക് ചെയ്യുന്ന എത്ര സമയത്തിന് ശേഷമാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ബസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ടി ടൈമിലാണ് രണ്ടുപേർ ഒന്നിച്ചാണ് മോഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ടി ടൈമിലാണ് ക്യാച്ച് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ടി കൊണ്ട് 0 അവസ്ഥ ഇതാണ്. ടി കൊണ്ട് ടി ആകുമ്പോൾ രണ്ടുപേരും ഒരേ പൊസിഷനിലെത്തണം എന്തല്ലേ, എങ്കിലല്ലേ ഓവർടേക്ക് നടക്കുള്ളൂ, രണ്ടുപേരും ഒരേ പൊസിഷനിലെത്തണം. അപ്പോൾ ബസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് എക്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ബസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് എക്സ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ കാർ അതേ സമയം കൊണ്ട് എത്ര ദൂരം ട്രാവൽ ചെയ്തിട്ടുണ്ടാവണം? ദാറ്റ് ഇസ് 200 + x ആയിരിക്കണം, ശരിയല്ലേ, 200 + x. അപ്പോൾ ബസ്സിൻ്റെ ഇക്വേഷൻ എഴുതുവാണെങ്കിൽ ദാറ്റ് ഇസ് ut + ½ at square, u 0 ആണ് അല്ലേ. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു ½ × a × t സ്ക്വയർ വരും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു t സ്ക്വയർ ആണ്. അപ്പോൾ കാറ് ഇതേ സമയം കൊണ്ട് എത്ര ദൂരം ട്രാവൽ ചെയ്യണം? 200 + x ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. സോ 200 + x ആണ് കാറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ദാറ്റ് ഇസ് ഗിവൺ ബൈ അഗൈൻ ut + ½ at square, u 0 ആണ്. അപ്പോൾ നമുക്ക് ½ × 4 × t സ്ക്വയർ വരും. സോ ദാറ്റ് ഇസ് 2t സ്ക്വയർ എന്ന് കിട്ടും, ശരിയല്ലേ. അപ്പോൾ നോക്കിയാൽ ടി സ്ക്വയറിൻ്റെ ഇരട്ടിയല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ 200 + x എന്ന് പറഞ്ഞാൽ അപ്പോൾ 2 times x ആണ്, ശരിയല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 times t സ്ക്വയർ. ഓക്കെ, നമുക്കിവിടെ ഡിഫറൻസ് എടുക്കുവാണെങ്കിൽ അപ്പോൾ എന്ത് കിട്ടും? 2t സ്ക്വയർ - t സ്ക്വയർ എന്ന് പറഞ്ഞപ്പം t സ്ക്വയർ വരും അല്ലേ. ഇപ്പോൾ 200 + x - x എന്ന് പറയുന്നത് 200 വരും. അപ്പോൾ ടിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ √200 വരും. ദാറ്റ് മീൻസ് 10√2 സെക്കൻഡ്സ് വരും അല്ലേ. അപ്പോൾ ആൻസർ ഇസ് ഓപ്ഷൻ 3, 10√2 സെക്കൻഡ്സ് വരും. അടുത്ത ക്വസ്റ്റ്യൻ. A person climbs up a stalled escalator in 60 seconds. You're standing on the same escalator running with constant velocity. It takes 40 seconds. How much time is taken by the person to walk up the moving escalator? അല്ലേ, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ഫോർമുല അല്ലേ ചാമ്പിക്ക്. അപ്പം ഫോർമുല ഇൻ കേസ് അറിയാമല്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു എസ്കലേറ്റർ ഉണ്ട്. അപ്പോൾ പേഴ്സൺ ക്ലൈംസ് അപ്പ് എ സ്റ്റാൾഡ് എസ്കലേറ്റർ ഇൻ 60 സെക്കൻഡ്സ് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എസ്കലേറ്ററിലൂടെ ട്രാവൽ ചെയ്യേണ്ട ലെങ്ത് എല്ലാന്ന് വിചാരിച്ചോ, ലെങ്ത് ട്രാവൽ ചെയ്ത് അയാൾക്ക് മേളിലെത്തണം. അപ്പം സ്റ്റോൾഡ് എസ്കലേറ്റർ എന്ന് പറയുമ്പോൾ എസ്കലേറ്റർ ഇസ് നോട്ട് വർക്കിംഗ് അല്ലേ എന്ന് പറയുമ്പോഴത്തേനും അയാൾ നടന്നാണ് കയറേണ്ടത്, സ്വന്തം അധ്വാനത്തിൽ നടന്ന് കയറുന്നു. അപ്പോൾ വെലോസിറ്റി ഓഫ് ദ മാൻ നമുക്ക് തന്നിട്ടുണ്ട്, എത്ര 60 സെക്കൻഡ്സ് കൊണ്ടാണ് അയാൾ കയറുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ടൈം ടേക്കിന് 60 സെക്കൻഡ്സ് ആണ് അല്ലേ. അപ്പോൾ അയാൾ നടന്ന് കയറുവാണ്. എസ്കലേറ്ററിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ എസ്കലേറ്ററിലെ ബെൽറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ് അല്ലേ, ബിക്കോസ് അത് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അയാളുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ട് എന്ന് പറയുന്നത് അയാളുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് എസ്കലേറ്ററിനോട് ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് എസ്കലേറ്റർ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് മാൻ ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ഈ L ഡിസ്റ്റൻസ് അയാൾ T1 ടൈമിൽ കവർ ചെയ്തു എങ്കിൽ L എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? നമുക്ക് Vm × T1 ആണ് നമുക്ക് വരിക, Vm × T1 വരും, ശരിയല്ലേ. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഈ സ്റ്റാൻഡിങ് ഓൺ ദ സെയിം ബട്ട് എസ്കലേറ്റർ റണ്ണിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി ടേക്സ് 40 സെക്കൻഡ്സ് പറയുന്നുണ്ട് അല്ലേ. അപ്പം
റണ്ണിങ് എസ്കലേറ്ററിലാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എത്ര ടൈം എടുക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾ വെറുതെ നിൽക്കുകയാണ്, അയാൾ അനങ്ങുന്നില്ല, അയാൾ നടക്കുന്നില്ല. ഓക്കെ, എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു എസ്കലേറ്റർ എന്ന് പറയുന്നത് 0 ആണ്. പക്ഷേ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാൾ അപ്പോൾ ഇയാൾ മൂവ് ചെയ്യുന്നതായിട്ട് കാണും അല്ലേ, കാരണം എസ്കലേറ്ററിന് ഒരു വെലോസിറ്റി ഉണ്ട് VE. എസ്കലേറ്റർ ഇപ്പോൾ മൂവിങ്ങിലാണ്. അപ്പോൾ എസ്കലേറ്റർ മൂവ് ചെയ്യുന്ന എത്രയാണോ അതേ വെലോസിറ്റിയിലായിരിക്കും ഇയാൾ മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുക, ശരിയല്ലേ? എന്ന് പറയുമ്പോഴത്തേക്കിനും വെലോസിറ്റി ഓഫ് മാൻ എന്ന് പറയുന്ന ഈ കേസിൽ എന്താണെന്ന് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് എസ്കലേറ്ററിനോട് ഈക്വൽ ആയിരിക്കും, ശരിയല്ലേ? ആണ് ഈ കേസിൽ വരിക. അന്നേരം എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എത്രയാണ്, 40 seconds ആണ്. അപ്പോൾ അന്നേരം അതേ L ഡിസ്റ്റൻസ് തന്നെയാണ് അയാൾ കവർ ചെയ്യുന്നത്. സോ L ഈസ് ഈക്വൽ ടു VE ഇൻറ്റു T2 ആണ് നമുക്ക് കിട്ടുക, VE ഇൻറ്റു T2. ഇനി മൂവിങ് എസ്കലേറ്ററിലൂടെ അയാൾക്ക് നടന്നു കയറാൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദ്യം. മൂവിങ് എസ്കലേറ്ററിലൂടെ എന്ന് പറയുമ്പോൾ അയാൾക്ക് പോയിട്ട് ധൃതിയുണ്ട്. ഓക്കെ, അപ്പം എസ്കലേറ്റർ മോഷനിലാണ്, അയാളും കൂട്ടത്തിൽ നടക്കുവാണ്. ഓക്കെ, വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു എസ്കലേറ്റർ VME നമുക്ക് എടുക്കാം. അപ്പോൾ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാൾ കാണുന്ന ഇയാളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, VME പ്ലസ് VE ആണ് വരിക അല്ലേ, VME പ്ലസ് VE ആണ് വരിക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് T ആണ്. അപ്പോൾ ആ ടൈമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് L ഇസ് ഈക്വൽ ടു VM ഇൻറ്റു T എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് കിട്ടുക, ശരിയല്ലേ, VM ഇൻറ്റു T. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് VME എന്താണെന്ന് കിട്ടും, VME ഇസ് ഈക്വൽ ടു L/T1 ആണ്. രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് VE എന്താണെന്ന് കിട്ടും, ദാറ്റ് ഈസ് L/T2 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് VM എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു L/T ആണ് അല്ലേ. എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, അപ്പോൾ എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് VME L/T1 ആണ് അല്ല. അപ്പോൾ VM എന്ന് പറയുന്നത് L/T ആണ്. അപ്പോൾ L/T ഈസ് ഈക്വൽ ടു L/T1 പ്ലസ് L/T2 ആണ് വരിക അല്ലേ. എന്ന് പറയുമ്പോൾ 1/T ഈസ് ഈക്വൽ ടു 1/T1 പ്ലസ് 1/T2 വരും. അപ്പം ടിയുടെ വാല്യൂ എന്താണ്, T ഈസ് ഈക്വൽ ടു T1 T2 ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2 എന്ന് പറഞ്ഞു വരും, ശരിയല്ലേ. T1 T2 ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2. അപ്പോൾ T1 T2ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 60 സെക്കൻഡ്സും 40 സെക്കൻഡ്സും ആണ്. അപ്പോൾ നമുക്ക് 60 × 40 ഡിവൈഡഡ് ബൈ 60 പ്ലസ് 40 വരും അല്ലേ. എന്ന് പറയുമ്പോൾ 2400 ഡിവൈഡഡ് ബൈ 100 വരും. അപ്പോൾ നമുക്ക് 24 സെക്കൻഡ്സ് കിട്ടും, 24 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, അതും ഗ്രാഫിക്കലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A tennis ball is released from a height edge and after falling freely on a wooden floor it rebounds and reaches height h by 2. The velocity versus height of the ball during its motion may be represented graphically by. അപ്പം മോഷൻ അണ്ടർ ഗ്രാവിറ്റി ആണ്, അതുകൊണ്ട് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആയിട്ട് എടുക്കാം. അപ്പോൾ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണ്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിലേഷൻ V = √(u² + 2as) ആണ്. ദാറ്റ് മീൻസ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എന്ന് പറയുന്നത് പാരാബോളിക് ആണ്, സിമെട്രിക് അബൌട്ട് ദി എക്സ് ആക്സിസ് ആണ് വരേണ്ടത്, ശരിയല്ലേ. അപ്പോൾ എക്സ് ആക്സിലാണ് നമ്മൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പാരാബോളിക്കാണ് ഗ്രാഫ് വരിക. അതുകൊണ്ട് നമുക്ക് ആൻസേഴ്സ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 എന്തായാലും വരാനായിട്ടുള്ള സാധ്യതയില്ല, ശരിയല്ലേ. ആൻഡ് 2 ഹൈപ്പർബോളിക് ആയിട്ടുള്ള റിലേഷനാണ് വന്നിരിക്കുന്നത്, അപ്പോൾ അതും വരില്ല. പിന്നെ നമുക്ക് ഓപ്ഷൻസ് ചെക്ക് ചെയ്യാനായിട്ടുള്ളത് 3 and 4 ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇനീഷ്യലി നമ്മൾ H ഹൈറ്റിൽ നിന്നാണ് അതിനെ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ H ഹൈറ്റിൽ അതിന് വെലോസിറ്റി ഇല്ല, 0 ആണ്. അപ്പോൾ H ഹൈറ്റിൽ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കണം, 0 ആയിരിക്കണം അല്ലേ. അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി പാരാബോളിക്കലി ഇൻക്രീസ് ചെയ്യുവാണ്, ശരിയല്ല, പാരാബോളിക്കലി ഇൻക്രീസ് ചെയ്യുവാണ്. അപ്പോൾ ഡൗൺവേർഡ് മോഷൻ നെഗറ്റീവായിട്ടായിരിക്കും ഒരു പക്ഷേ എടുത്തിട്ടുണ്ടാവുക, അതുകൊണ്ട് വെലോസിറ്റി പാരാബോളിക്കലി ഇൻക്രീസ് ചെയ്യുന്നു, ഓക്കെ അല്ലേ. എന്നിട്ട് താഴെ എത്തുമ്പോൾ അല്ലേ, എന്ന് പറയുമ്പോൾ H 0 ആകുന്ന സമയത്ത് താഴെ എത്തുമ്പോൾ വെലോസിറ്റി മാക്സിമം ആയിരിക്കും. അവിടുന്ന് തിരിച്ച് റീബൗണ്ട് ചെയ്യുവാണ് അല്ലേ. റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് പിന്നീട് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, അപ്പോൾ റീബൗണ്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത് നേരത്തെ പോയ ഹൈറ്റിൻ്റെ പകുതി ഹൈറ്റിലേക്ക് അത് വരുന്നുള്ളൂ. എന്ന് പറയുമ്പോൾ കൊളീഷനിൽ കുറച്ച് എനർജി അതിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ഇമ്പാക്ട് അല്ലെങ്കിൽ ആഫ്റ്റർ കൊളീഷൻ അത് തിരിച്ച് റീബൗണ്ട് ചെയ്യുന്ന വെലോസിറ്റി അത് ഇടിക്കുന്നതിന് തൊട്ട് മുന്നേയുള്ള വെലോസിറ്റി അല്ല. ഇടിക്കുന്ന തൊട്ട് മുന്നേയുള്ള വെലോസിറ്റി എന്തായിരിക്കും, √2gh ആയിരിക്കും അല്ലേ. അപ്പോൾ √2gh-നെക്കാട്ടിലും കുറവാണ് അടുത്ത് വരുന്ന വെലോസിറ്റി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വെലോസിറ്റി മേളിലോട്ടായതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് ആയിരിക്കും, അപ്പോൾ പോസിറ്റീവ് വരും അല്ലേ. പക്ഷേ ഇതിനേക്കാൾ കുറവാണ് ഇവിടുത്തെ വെലോസിറ്റി അല്ലേ. എന്നിട്ട് അത് പിന്നെ h/2 ഹൈറ്റിൽ എത്തുമ്പോഴത്തേന് അതിൻ്റെ വെലോസിറ്റി പാരാബോളിക്കിൽ കുറഞ്ഞ് എങ്ങോട്ട് വരണം, 0 എത്തണം. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ് അല്ലേ. എളുപ്പം ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ ആണ്. 2 stones are thrown up simultaneously from the edge of a cliff 240 meter high with initial speed of 10 meter per second and 40 meter per second respectively. Which of the following graphs best represent the time variation of relative position of the second stone with respect to the first? അപ്പോൾ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ സെക്കൻഡ് സ്റ്റോൺ വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഗ്രാഫ് എന്നാണ് ചോദ്യം, ശരിയല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, y2 - y1 ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്, റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ സെക്കൻഡ് ബോൾ വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് ബോൾ. അപ്പോൾ നിങ്ങൾ y1-ൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുകയാണെങ്കിൽ എന്ത് വരും, y1-ൻ്റെ ഇക്വേഷൻ ത്രോൺ അപ്പ് ആണ് അല്ലേ.
അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനകത്ത് യു മേളിലോട്ട് പോസിറ്റീവും എ താഴോട്ട് ജി ആണ് വരുന്നത്. അപ്പം ആദ്യത്തെ എറിയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് അല്ലേ. അപ്പോൾ y1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? അപ്പോൾ യു എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 10t മൈനസ് ഹാഫ് ജി 5 ആണ്, 5t സ്ക്വയർ വരും. y2ൻ്റെ ഇക്വേഷൻ എന്ത് വരും? y2 ഇസ് ഈക്വൽ ടു അതിന് 40 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ വരുന്നു. അപ്പോൾ 40t മൈനസ് 5t സ്ക്വയർ വരും. അപ്പോൾ നിങ്ങൾ y2 മൈനസ് y1 എടുത്താൽ എന്ത് വരും? y2 മൈനസ് y1 ഇസ് ഈക്വൽ ടു 40 മൈനസ് 10 ഇൻറ്റു ടി വരും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് 30 ഇൻറ്റു ടി എന്ന് പറഞ്ഞുകൊണ്ട് വരും അല്ലേ, 30 ഇൻറ്റു ടി. അപ്പോൾ y2 മൈനസ് y1ൻ്റെ വാല്യൂ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 240 മീറ്റർ ഹൈറ്റുള്ള ക്ലിഫിൽ നിന്നാണ് നമ്മൾ അതിനെ എറിയുന്നത്. ശരിയല്ലേ? അപ്പം 240 ഡിവൈഡഡ് ബൈ 30 എന്ന് പറയുമ്പോൾ തന്നെ 8 സെക്കൻഡ്സ് വരും. ശരിയല്ലേ? 8 സെക്കൻഡ്സ്. അപ്പോൾ 8 സെക്കൻഡ്സ് വരെ നമുക്കൊരു ലീനിയർ റിലേഷൻഷിപ്പാണ് വരിക. നിങ്ങൾ നോക്കുക, 2 ബോളിനെ 2 സ്പീഡിൽ എറിയുന്നത് അല്ലേ. അപ്പം ചെറിയ സ്പീഡിൽ എറിഞ്ഞ ആൾ ആദ്യം താഴെ എത്തും, വലിയ സ്പീഡിൽ എറിഞ്ഞ ആൾ അവസാനം താഴെ എത്തുള്ളൂ. അപ്പോൾ രണ്ടുപേരും ഒന്നിച്ചല്ല താഴെ എത്തുന്നത്. അപ്പം ആദ്യത്തെ ആൾ താഴെ എത്താനായിട്ട് എടുക്കുന്ന സമയം എത്രയാണോ അല്ലേ, അതിനുശേഷം മാത്രമേ രണ്ടാമത്തെ ബോൾ താഴെ എത്തുകയുള്ളൂ അല്ലേ. കൂടുതൽ വെലോസിറ്റിയിൽ എറിഞ്ഞ ബോൾ താഴെ എത്തുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 8 സെക്കൻഡ് സമയത്തേക്ക് രണ്ടുപേരും എയറിലായിരിക്കുന്നിടത്തോളം രണ്ടുപേർക്കും ഒരേ ആക്സലറേഷൻ ആണ്. അവിടെ റിലേറ്റീവ് ആക്സലറേഷൻ 0 ആയിരിക്കും അല്ലേ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന മോഷൻ ഒരു യൂണിഫോം മോഷൻ്റെ ഇക്വേഷനാണ്. കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടൈം എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഒരു യൂണിഫോം മോഷൻ ഇക്വേഷനാണ് കിട്ടുക. എന്ന് പറയുമ്പോഴത്തേക്കിനും സെക്കൻഡ് ബോൾ കാണുന്ന ഫസ്റ്റ് ബോളിൻ്റെ മോഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ബോൾ കാണുന്ന ഫസ്റ്റ് ബോളിൻ്റെ മോഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ തിരിച്ചല്ലേ, ഫസ്റ്റ് ബോൾ കാണുന്ന സെക്കൻഡ് ബോളിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഒരു യൂണിഫോം മോഷൻ ആയിരിക്കും. എന്ന് പറയുമ്പോൾ YT ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സ്ട്രേറ്റ് ലൈൻ ആയിരിക്കണം വരേണ്ടത് അല്ലേ. അതിനുശേഷം ഫസ്റ്റ് ബോൾ എന്ത് ചെയ്യും? താഴെ എത്തും അല്ലേ. സെക്കൻഡ് ബോൾ അപ്പോഴും എയറിലാണ്, അത് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അന്നേരം അത് കാണുന്ന മോഷൻ നോക്കുമ്പോൾ അവിടെ റിലേറ്റീവ് ആക്സലറേഷൻ 0 അല്ല. കാരണം ആദ്യത്തെ ആൾ താഴെ വന്ന് ഗ്രൗണ്ടിലെത്തി അയാൾ റെസ്റ്റിലായി. അപ്പോഴും രണ്ടാമത്തെ ആൾ വീണുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ കാണുന്ന മോഷൻ ഫ്രീ ഫോൾ മോഷനാണ് അല്ലേ. അപ്പോൾ അവിടെ റിലേറ്റീവ് ആക്സലറേഷൻ 0 ആവത്തില്ല. ആക്സലറേഷൻ വാല്യൂ ജിയോട് ഈക്വൽ ആയിരിക്കും. ആക്സലറേഷൻ ജി ആണെങ്കിൽ y എന്ന് പറയുന്നത് ടി സ്ക്വയറിനോട് പ്രൊപ്പോർഷണലാണ് അല്ലേ. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇൻ ടി ആണ്. അപ്പോൾ കാണേണ്ട പാരാബോളിക് ആയിട്ട് റിലേഷനാണ്. അപ്പോൾ അതിനുശേഷം 12ാമത്തെ സെക്കൻഡിലാണ് രണ്ടാമത്തെ ആൾ താഴെ എത്തുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആൻസർ എന്ത് വരും? ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ് വരിക അല്ലേ. അപ്പോൾ 8 സെക്കൻഡ് വരെ ഒരാൾ കാണുന്ന മറ്റേയാളുടെ മോഷൻ യൂണിഫോം മോഷൻ, കാരണം രണ്ടുപേരും ഫോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. അതുകൊണ്ട് റിലേറ്റീവ് ആക്സലറേഷൻ 0 ആണ്. അത് കഴിഞ്ഞിട്ട് 12ാമത്തെ സെക്കൻഡ് എത്തുന്ന സമയത്താണ് രണ്ടാമത്തവൻ താഴെ എത്തുന്നത്. 8ാമത്തെ സെക്കൻഡിൽ ആദ്യത്തെ താഴെ എത്തും, 12ാമത്തെ സെക്കൻഡിലാണ് രണ്ടാമത്തവൻ താഴെ എത്തും. അപ്പോൾ ആ ഒരു ഇടയിലുള്ള ഗ്യാപ്പിൽ ആദ്യത്തെ ആൾ റെസ്റ്റിലാണ്, രണ്ടാമത്തെ ആൾ അപ്പോഴും വീണുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു പാരാബോളിക് YT റിലേഷൻ ആയിരിക്കണം അവിടെ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരിക. ഓപ്ഷൻ 1 ഇസ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്കിനി മോഷനെ പ്ലെയിനിലോട്ട് കയറാം. The position vector of a particle is r equal to a cos omega t I cap plus a sin omega t j cap. The velocity of the particle is directed towards the origin, directed away from the origin, parallel to the position vector, perpendicular position vector. ഡയറക്റ്റ് ആയിട്ട് ആൻസർ പറയാവുന്ന കാര്യമേ ഉള്ളൂ അല്ലേ. കാരണം ആർ വെക്ടർ തന്നിട്ടുണ്ട്, പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്, തന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു സർക്കിളിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് അല്ലേ. പാരാമെട്രിക് ഇക്വേഷൻസ് ഓഫ് എ സർക്കിളാണ് വരുന്നത്. x is equal to a cos omega t, y is equal to a sin omega t. ദോസ് ആർ പാരാമെട്രിക് ഇക്വേഷൻസ് ഓഫ് എ സർക്കിൾ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ആയിരിക്കണം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ പൊസിഷൻ ആയിരിക്കണം അല്ലേ. ഇനിയിപ്പോൾ അത്രയും ചിന്തിക്കാത്തവർക്ക് ഡയറക്റ്റ് ആയിട്ട് വെലോസിറ്റി കണ്ടുപിടിച്ച് നോക്കാം. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ തന്നിട്ടുണ്ട് അല്ലേ, പൊസിഷൻ വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. a cos omega t I cap പ്ലസ് a sin omega t j cap ആണ്. സോ വി വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് dr വെക്ടർ ബൈ dt എടുത്താൽ മതി. അപ്പോൾ dr ബൈ dt എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് a ഒമേഗ സൈൻ ഒമേഗ ടി I cap പ്ലസ് a ഒമേഗ കോസ് ഒമേഗ ടി ജെ ക്യാപ്പ് വരും അല്ലേ. അപ്പോൾ നിങ്ങൾ v ഡോട്ട് ആർ എടുത്ത് നോക്കുക. എന്തായാലും രണ്ട് പാരലൽ അല്ല എന്നുള്ള പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാവും. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? മൈനസ് a സ്ക്വയർ ഒമേഗ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി പ്ലസ് എ സ്ക്വയർ ഒമേഗ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. അപ്പോൾ അതെന്ത് വരും? 0 വരും അല്ലേ. അപ്പോൾ വി ആറും പെർപെൻഡിക്കുലർ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. ഓക്കെ, ഇപ്പോൾ അടുത്തത് ഇൻ ദ ക്യൂബ് ഓഫ് സൈഡ് എ ഷോൺ ഇൻ ദ ഫിഗർ ദ വെക്ടർ ഫ്രം ദ സെൻട്രൽ പോയിന്റ് ഓഫ് ദ ഫേസ് എ ബി ഒ ഡി ടു ദ സെൻട്രൽ പോയിന്റ് ഓഫ് ദ ഫേസ് ബി ഇ എഫ് ഒ വിൽ ബി. ഓക്കെ,
അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ക്യൂബ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ഫേസ് എ ബി ഒ ഡി എന്ന് പറയുന്നത് ഈ ഒരു ഫേസ് ആണ്. ഈ ഒരു ഫേസിൻ്റെ സെൻറ്ററിൽ നിന്നും BEFO എന്ന് പറയുന്ന ഫേസിൻ്റെ സെൻറ്ററിലോട്ട് വരച്ചിരിക്കുന്ന ആ ഒരു വെക്ടറിൻ്റെ ഏതാണ് കറക്റ്റായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറായിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ വരിക, ശരിയല്ലേ. ഇതാണ് നിങ്ങളുടെ ഫൈനൽ പൊസിഷൻ വെക്ടർ വരിക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ നമുക്ക് വരിക, ശരിയല്ലേ. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് RI ആയിട്ട് എടുക്കാം, ഇതിനെ നിങ്ങൾക്ക് RF ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ആയിട്ട് എടുക്കാം, S ആയിട്ട് എടുക്കാം, RF - RI അല്ലേ. അപ്പോൾ RI എന്ത് വരും? RI എന്ന് പറഞ്ഞാൽ എങ്ങനെ വരിക? അപ്പം ഈ ഒരു ഫേസിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പം ഇതിൻ്റെ X ഡിസ്റ്റൻസ് വരുന്നത് A/2 ആണ് അല്ലേ. Z ഡിസ്റ്റൻസ് വരുന്നത് A/2 ആണ്, Y ഡിസ്റ്റൻസ് അതിൻ്റെ 0 ആണ് വരിക. അപ്പോൾ നമുക്ക് A/2 I cap പ്ലസ് A/2 K cap വരും അല്ലേ. സോ ഇറ്റ് ഇസ് A/2 ഇൻറ്റു I cap പ്ലസ് K cap വരും. ഇതാണ് ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ വരുന്നത്. ആൻഡ് ഫൈനൽ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് Hലോട്ടുള്ളതാണ്. Hലോട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്കിനും അവിടെ വൈയുടെ വാല്യൂ A/2 വരും. കാരണം H എന്ന് പറയുന്നത് സെൻറ്ററാണ് വരിക ഈ ഫേസിൻ്റെ. അപ്പോൾ വൈയുടെ വാല്യൂ A/2 വരും, ആൻഡ് ഇസഡിൻ്റെ വാല്യൂ A/2 വരും. അവിടെ എക്സിൻ്റെ വാല്യൂ 0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് A/2 J cap പ്ലസ് A/2 K cap വരും. നമുക്ക് A/2 ഇൻറ്റു J cap പ്ലസ് K cap എന്ന് വരും. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ ആണ് വരിക അല്ലേ. നമ്മൾ ഡിഫറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ A/2 K cap ക്യാൻസൽ ആവും അല്ലേ. അപ്പോൾ A/2 ഇൻറ്റു J cap മൈനസ് I cap എന്ന് കിട്ടും. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ 3. Part of the question. Two vectors A and B have equal magnitudes. The magnitude of A plus B is n times the magnitude of A minus B. The angle between A and B is. അപ്പോൾ ഇതും ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ നമ്മളോട് പറയുന്നുണ്ട് A plus B യുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് n ടൈംസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് A minus B ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. അപ്പോൾ n² ടൈംസ് ആവും അല്ലേ. അപ്പോൾ A plus B യുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ എയും ബി തമ്മിൽ മേക്കുന്ന ആംഗിൾ നമുക്ക് തീറ്റ എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ A plus B യുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എന്ത് വരും? A² പ്ലസ് B² പ്ലസ് 2AB cos തീറ്റ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു n² ടൈംസ് A² പ്ലസ് B² മൈനസ് 2AB cos തീറ്റ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ ബിറ്റ്വീൻ A ആൻഡ് B തീറ്റ എന്താണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ. അപ്പോൾ എയ്ക്കും ബിക്കും ഒരേ മാഗ്നിറ്റ്യൂഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് വരും? ദിസ് ഇസ് A² ഇൻറ്റു 2A² ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എന്ന് സിംപ്ലിഫൈ ചെയ്യും. കാരണം എയ്ക്കും ബിക്കും ഒരേ മാഗ്നിറ്റ്യൂഡാണ് അല്ലേ. അപ്പോൾ ഞാൻ എന്ന് തന്നെ വിളിക്കുവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു n² ടൈംസ് 2A² ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ 2A² രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്യാം. 1 പ്ലസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു n² മൈനസ് n² കോസ് തീറ്റ എന്ന് വരും. അപ്പോൾ നമുക്ക് 1 പ്ലസ് n² കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 പ്ലസ് n² ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും? n² മൈനസ് 1 എന്ന് വരും, ശരിയല്ലേ. അപ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ n² മൈനസ് 1 ഡിവൈഡഡ് ബൈ n² പ്ലസ് 1 ആണ്. അപ്പോൾ തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് ഓഫ് n² മൈനസ് 1 ഡിവൈഡഡ് ബൈ n² പ്ലസ് 1 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരും. Part of the question. Three vectors P, Q and R are shown in the figure. Let S be any point on the vector R. The distance between the points P and S is BR. Okay, the general relation among the vectors P, Q and S is. അപ്പോൾ നമുക്ക് പി ക്യു ആർ എന്ന് പറയുന്ന വെക്ടറുകൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ ക്യൂ മൈനസ് പി ആണ്. അപ്പോൾ ആറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ ആണ് എന്ന് പറയുമ്പോഴത്തേക്കിനും പി നിന്ന് ക്യൂവിലോട്ടാണ് ആറിൻ്റെ ഡയറക്ഷൻ വരിക അല്ലേ. അപ്പോൾ ആറിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പി ടു ക്യൂ ആണ്. അപ്പോൾ ഈ ഒരു വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് പി ടു എസ് എന്ന് പറയുന്ന വെക്ടർ എന്ന് പറയുന്നത് ബി ടൈംസ് ആർ ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പി എസ് എന്ന് പറയുന്ന വെക്ടർ, അപ്പോൾ പി ക്യൂ എന്ന് പറയുന്ന വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആറാണ് അല്ലേ. ആൻഡ് പി എസ് എന്ന് പറയുന്ന വെക്ടർ നമുക്കറിയാം അപ്പോൾ ബി ടൈംസ് ആറാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? റിലേഷൻ ബിറ്റ്വീൻ പി എസ് പി ക്യൂ ആൻഡ് എസ് എന്താണെന്നാണ് ചോദ്യം, ശരിയല്ലേ. അപ്പോൾ പിയും ക്യൂ എസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ എന്തായാലും നമുക്ക് പി വെക്ടറും ക്യൂ വെക്ടറും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, എസ് വെക്ടർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പി പ്ലസ് പി എസ് എന്ന് പറയുന്ന വെക്ടർ അല്ലേ, ഒ പി എന്ന് പറയുന്ന വെക്ടർ പ്ലസ് പി എസ് എന്ന് പറയുന്ന വെക്ടർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? ഒ എസ് എന്ന് പറയുന്ന വെക്ടറിനോട് ഈക്വലാണ്. ശരിയല്ലേ? ഒ എസ് എന്ന് പറയുന്ന വെക്ടറിനോട് ഈക്വലാണ്. അപ്പോൾ ഒ എസ് എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറയുന്ന വെക്ടറാണ് അല്ലേ. അപ്പോൾ എസ് വെക്ടർ ഇസ് ഈക്വൽ ടു ഒ പി വെക്ടർ എന്ന് പറഞ്ഞാൽ പി വെക്ടറാണ് പ്ലസ് പി എസ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? പി എസ് വെക്ടർ എന്ന് പറഞ്ഞാൽ ബി ടൈംസ് ആർ ആണ് വരിക അല്ലേ, ബി ടൈംസ് ആർ വരും. ഇനി ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ മൈനസ് പി ആണ്. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു പി പ്ലസ് ബി ഇൻറ്റു ക്യൂ മൈനസ് പി വരും. ഓക്കെ, അപ്പോൾ എസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു എന്ത് വരും? പി ഇൻറ്റു 1 മൈനസ് ബി പ്ലസ് ബി ക്യൂ എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ 1. For the question, starting from the origin at time t equal to 0 with initial velocity 5j meter per second, a particle moves in the xy plane with a constant acceleration of 10I plus 4j. At time t, this coordinates are 20 meter, y0 meter. The values of t and y0 are respectively. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രം ദി ഒറിജിൻ അറ്റ് ടൈം ടി ഈക്വൽ ടു 0, ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, യു എക്സ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ യു എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്, യു വൈ ഇല്ല അല്ലേ, ഇനിഷ്യൽ വെലോസിറ്റിക്ക് എക്സ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിഷ്യലി രണ്ടുപേരും ഒറിജിനലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ x0 y0 എന്ന് പറയുന്നത് 0 ആണ്, ഒറിജിനലാണ് രണ്ടുപേരും. ഓക്കെ, ആൻഡ് ആക്സലറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എ എക്സിൻ്റെ വാല്യൂ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, എ വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ടി ടൈമിൽ അതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ്സ് 20 മീറ്റർ y0 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടിയും y0 എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ്സ് ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ ഇനിഷ്യൽ കോർഡിനേറ്റ് x0 ആണ് അല്ലേ. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇപ്പോൾ നമുക്ക് എക്സ് കോർഡിനേറ്റാണ് തന്നിരിക്കുന്നത് 20 മീറ്റർ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു x0 പ്ലസ് യു എക്സ് ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ എക്സ് ഇൻറ്റു ടി സ്ക്വയർ ആണ് നമ്മുടെ ഫോർമുല അല്ലേ. അപ്പോൾ 20 ഇസ് ഈക്വൽ ടു 0 പ്ലസ് 5 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സലറേഷൻ നമുക്ക് എക്സ് ഡയറക്ഷൻസ് 10 ആണ് ഇൻറ്റു ടി സ്ക്വയർ വരും അല്ലേ. അപ്പോൾ നമുക്ക് 20 ഈസ് ഈക്വൽ ടു 5t പ്ലസ് 5 ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ട് വരും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ടി സ്ക്വയർ പ്ലസ് ടി മൈനസ് 4 ഈക്വൽ ടു 0 എന്ന് വരും. ശരിയാണല്ലോ? ഓക്കെ, ഇപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടൈമിൻ്റെ വാല്യൂ, ടൈം എന്ത് വരും? ദാറ്റ് ഇസ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ ഇസ് 1 പ്ലസ് 4 ഇൻറ്റു 4 ഇസ് ഓക്കെ. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ അറ്റ് ടൈം ടി നമുക്ക് തന്നിട്ടുണ്ട് 20 ആണ്. ഓക്കെ, വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ വൈ ഡയറക്ഷനാണ് നമുക്ക് 5 തന്നിരിക്കുന്നത് കേട്ടോ. എക്സ് ഡയറക്ഷണൽ വെലോസിറ്റി നമുക്ക് 0 ആണ്. അപ്പോൾ വൈ ഡയറക്ഷണൽ വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 ആണ് തന്നിട്ടുണ്ട്. വൈ ഡയറക്ഷണൽ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ യു എക്സിൻ്റെ വാല്യൂ നമുക്ക് 0 ആണ്. ഓക്കെ, യു എക്സ് 0 ആണ്. അപ്പോൾ ഇവിടെ 0t അല്ലേ പ്ലസ് ഹാഫ് ഇൻറ്റു 5t സ്ക്വയർ. അപ്പോൾ 5t സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് 20 എന്ന് വരും. അപ്പോൾ ടി സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 വരും. അപ്പോൾ ടിയുടെ വാല്യൂ നമുക്ക് 2 സെക്കൻഡ്സ് വരും. ശരിയല്ലേ? ടി 2 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ടിയുടെ വാല്യൂ നമുക്ക് 2 സെക്കൻഡ്സ് ആണ്. ഇനി y0യുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ടി ടൈമിലെ വൈ കോർഡിനേറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ടി നമുക്ക് കിട്ടി. സോ വൈ ഇസ് ഗിവൺ ബൈ y0 പ്ലസ് യു വൈ ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ വൈ ഇൻറ്റു ടി സ്ക്വയർ ആണ്. സോ വൈ ഇസ് ഈക്വൽ ടു y0യുടെ വാല്യൂ 0 ആണ് പ്ലസ് യു വൈ ഇസ് 5. സോ 5 ഇൻറ്റു 2 പ്ലസ് ഹാഫ് ഇൻറ്റു എ വൈ ഇസ് 4 ഇൻറ്റു 2 സ്ക്വയർ. ഓക്കെ, അപ്പോൾ വൈ എന്ത് വരും? വൈ ഇസ് ഈക്വൽ ടു 10 പ്ലസ് 16/2 8. സോ ഇറ്റ്സ് 18 മീറ്റർ. അപ്പോൾ ടൈമിൻ്റെ വാല്യൂ 2 സെക്കൻഡ്സ് വരും, വൈ കോർഡിനേറ്റിൻ്റെ വാല്യൂ 18 മീറ്റർ വരും. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ 1 വരും അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ a particle moves from the point 2i cap plus 4j cap meter at t equal to 0 with an initial velocity 5i plus 4j. It is acted upon by a constant force which produces a constant acceleration 4i plus 4j. What is the distance of the particle from the origin at time t? 2 seconds. അപ്പോൾ ഇനിഷ്യലി നമ്മുടെ പാർട്ടിക്കിൾസ് 2i plus 4j എന്ന് പറയുന്ന പൊസിഷനിലാണ്. അപ്പോൾ x0 y0 നമുക്ക് തന്നിട്ടുണ്ടല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 മീറ്റർ 4 മീറ്റർ ആണ് ഇനിഷ്യൽ പൊസിഷൻ കോർഡിനേറ്റ്സ്. ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. യു എക്സിൻ്റെ വാല്യൂ 5 മീറ്റർ പെർ സെക്കൻഡും
യു വൈയുടെ വാല്യൂ 4 മീറ്റർ പെർ സെക്കൻഡും ആണ്. അപ്പോൾ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആക്സലറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എ എക്സിൻ്റെ വാല്യൂ 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എ വൈയുടെ വാല്യൂ 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് എ ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദി ഒറിജിൻ അറ്റ് t = 2 സെക്കൻഡ്സ് ആണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, പാർട്ടിക്കിൾ ഇനിഷ്യലി ഒറിജിനിലല്ല. ഒറിജിനിൽ നിന്ന് ഇപ്പം പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ കോർഡിനേറ്റിൽ നിന്ന് ഇപ്പം ഫൈനൽ കോർഡിനേറ്റ് എത്രയായി എന്നുള്ളത് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് വേണം നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഫൈനൽ എക്സ് കോർഡിനേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഇസ് ഈക്വൽ ടു x0 പ്ലസ് ux ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ എക്സ് ഇൻറ്റു ടി സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ x0യുടെ വാല്യൂ എത്ര 2 ആണ്, പ്ലസ് ux 5 ആണ് അല്ലേ, ഇൻറ്റു ടൈം 2 ആണ്, പ്ലസ് ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 2 സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 10 പ്ലസ് നമുക്ക് 8 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 20 കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 20 മീറ്റർ ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 20 മീറ്റർ ആണ്. ഇനി വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു y0 പ്ലസ് യു വൈ ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ വൈ ഇൻറ്റു ടി സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ വൈ കോർഡിനേറ്റ് ഈസ് ഈക്വൽ ടു y0യുടെ വാല്യൂ എത്രയാണ്? y0 4 ആണ്. അപ്പോൾ 4 പ്ലസ് യു വൈയുടെ വാല്യൂ എത്രയാണ്? അതും 4 ആണ്. അപ്പോൾ 4 ഇൻറ്റു 2 പ്ലസ് ഹാഫ് ഇൻറ്റു എ വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 ആണ് ഇൻറ്റു ടി സ്ക്വയർ. അപ്പോൾ 2 സ്ക്വയർ വരും. അപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ദാറ്റ് ഈസ് 4 പ്ലസ് 8 പ്ലസ് 2 ടൈംസ് 4 8 വരും അല്ലേ. അപ്പോൾ അത് നമുക്ക് 20 മീറ്റർ വരും. അപ്പോൾ എക്സും വൈയും 20 മീറ്റർ ആണ്, ശരിയല്ലേ. അപ്പോൾ ഫൈനൽ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് പറഞ്ഞാൽ 20 20 വരും. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ ടു ദ പോയിന്റ് എന്താ വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 20 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ വരും അല്ലേ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 20 √2 മീറ്റർ എന്ന് വരും. 20 √2 മീറ്റർ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 വരും, 20 √2 മീറ്റർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ നോക്കുകയാണെങ്കിൽ പാർട്ടിക്കിൾ ഇസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി v is equal to k times yi plus xj where k is a constant. The general equation for its path is. അപ്പോൾ നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട്, എന്താ കണ്ടുപിടിക്കേണ്ടേ? ഇക്വേഷൻ ഓഫ് പാത്ത് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ. ഇപ്പോൾ നമ്മൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് വി എക്സ് നമുക്ക് എന്താണെന്നറിയാം. വി എക്സ് ഇസ് ഈക്വൽ ടു കെ ടൈംസ് വൈ ആണ് അല്ലേ. ആൻഡ് വി എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡി എക്സ് ബൈ ഡി ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ടൈംസ് വൈ വരും. ആൻഡ് വി വൈ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ടൈംസ് എക്സ് ആണ് അല്ലേ. ദാറ്റ് ഇംപ്ലൈസ് ഡി വൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു കെ ടൈംസ് എക്സ് ആണ്. സോ യു ടേക്ക് ദ റേഷ്യോ. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് നമുക്ക് കെ ക്യാൻസൽ ആവും, പോയിട്ട് നമുക്ക് എക്സ് ബൈ വൈ എന്ന് വരും. സോ ദാറ്റ് ഇംപ്ലൈസ് ഡി വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ വൈ എന്ന് വരും അല്ലേ. അപ്പോൾ വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വൈ ഡി വൈ ഇസ് ഈക്വൽ ടു എക്സ് ഡി എക്സ് എന്ന് വരും. ആൻഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ ഇൻറ്റഗ്രൽ വൈ ഡി വൈ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എക്സ് ഡി എക്സ് പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ വരും C1 അല്ലേ. അപ്പോൾ ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ y² ബൈ 2 ഇസ് ഈക്വൽ ടു x² ഡിവൈഡഡ് ബൈ 2 പ്ലസ് കോൺസ്റ്റൻറ്റ് വരും. ത്രൂ ഔട്ട് 2 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ y² ഇസ് ഈക്വൽ ടു x² പ്ലസ് അനദർ കോൺസ്റ്റൻറ്റ് വരും അല്ലേ. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ ഓഫ് പാത്ത് വരിക. സോ ആൻസർ ഇസ് ഓപ്ഷൻ 3. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ ആർ ഈക്വൽ. ദി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഓഫ് ദി പ്രൊജക്ടൈൽ ഈസ്. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ഹൈറ്റ് ഒരു പ്രൊജക്ടൈലിൻ്റെ ഈക്വൽ ആണെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഡയറക്റ്റ് ഫോർമുലയാണ് അല്ലേ. ഇപ്പോൾ എങ്ങനെ ആറും എച്ചും തീറ്റയും തമ്മിലുള്ള കണക്ഷൻ? ഇപ്പോൾ 4h ഇസ് ഈക്വൽ ടു ആർ ടാൻ തീറ്റയാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് h ഇസ് ഈക്വൽ ടു ആർ ആണ്. അപ്പോൾ നമുക്ക് 4 ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് വരും, ശരിയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വരും? തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 4 വരും. ആൻസർ ഓപ്ഷൻ 2 വരും. അടുത്ത ക്വസ്റ്റ്യൻ, a projectile is fired at an angle of 45 degree with the horizontal. Elevation angle of the projectile at its highest point as seen from the point of projection is. അപ്പോൾ ഒരു പ്രൊജക്ടൈൽ നമ്മൾ ഫയർ ചെയ്യുന്ന 45 ഡിഗ്രി ആംഗിളിലാണ് അല്ലേ. 45 ഡിഗ്രി ആംഗിൾ നമുക്കറിയാം പ്രത്യേകത റേഞ്ച് മാക്സിമം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എലിവേഷൻ ഓഫ് ദ പ്രൊജക്ടൈൽ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നല്ല നമുക്ക് മാക്സിമം ഹൈറ്റും റേഞ്ചും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫോർമുല 4h ഇസ് ഈക്വൽ ടു ആർ ടാൻ തീറ്റയാണ്. ഇപ്പോൾ ഇവിടെ തീറ്റയുടെ വാല്യൂ 45 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് 4h ഇസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടും. അപ്പോൾ ആറിൻ്റെ വാല്യൂ നമുക്ക് 4h വരിക. അപ്പോൾ നിങ്ങളതിൻ്റെ പാത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫയർ ചെയ്യുന്നു അല്ലേ. 45 ഡിഗ്രി ആംഗിളിലാണ് ഫയർ ചെയ്യുന്നത്.
ഓക്കെ, ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ അതിന് ആംഗിൾ ഓഫ് എലിവേഷൻ ഫ്രം ദ പ്രൊജക്ഷൻ പോയിന്റ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതാണ് ഇപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ നമുക്ക് വിളിക്കാം ഡെൽറ്റ. ഈ ഡെൽറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം ഹൈറ്റ് ആയിരിക്കും, ഇത് റേഞ്ചിൻ്റെ പകുതിയായിരിക്കും, ശരിയല്ലേ? അപ്പോൾ ടാൻ ഡെൽറ്റ എടുത്താൽ എന്ത് വരും? സോ ടാൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ ആർ ബൈ 2 ആണ്. സോ ദാറ്റ് ഇസ് 2h ഡിവൈഡഡ് ബൈ ആർ ആണ്, അല്ലേ? അപ്പോൾ ടാൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 4h ഡിവൈഡഡ് ബൈ 2r വരും. ബട്ട് 4hൻ്റെ വാല്യൂ ആറിനോട് ഈക്വൽ ആണ്. സോ ഇറ്റ് ഇസ് r ബൈ 2r വരും. സോ ഇറ്റ് ഇസ് 1/2. അപ്പോൾ ഡെൽറ്റയുടെ വാല്യൂ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് 1/2 ആയിരിക്കും. ഓക്കെ, ആൻസർ ഓപ്ഷൻ 2 വരും. അടുത്ത ക്വസ്റ്റ്യൻ, two bodies of same mass are projected with the same velocity at angle 30 degree and 60 degree respectively. The ratio of their horizontal ranges will be. ഓക്കെ, അപ്പോൾ ഒരേ മാസമുള്ള രണ്ട് ബോഡീസ് ഒരേ വെലോസിറ്റിയിൽ അല്ലെ ഒരേ സ്പീഡിൽ, എന്നാൽ രണ്ട് പ്രൊജക്ഷൻ ആംഗിൾസിൽ 30 and 60 ഡിഗ്രി, നമുക്കറിയാം കോംപ്ലിമെൻ്ററി ആംഗിൾസ് ഓഫ് പ്രൊജക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ചുകൾ നമുക്ക് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ റേഞ്ചുകൾ സെയിം ആയിരിക്കും, ശരിയല്ലേ? അപ്പോൾ 1:1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Two particles are projected from the same point with the same speed u such that they have the same range r but different heights h1 and h2. Then which of the following is correct? ഓക്കെ, അപ്പോൾ ആറും h1ഉം h2ഉം തമ്മിലുള്ള റിലേഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, അപ്പോൾ രണ്ട് പാർട്ടിക്കിൾസിന് ഒരേ പോയിന്റിൽ നിന്ന് ഒരേ സ്പീഡിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുവാണ്, അല്ലേ? സോ ദാറ്റ് ദേ ഹാവ് ദ സെയിം റേഞ്ച് ബട്ട് വിത്ത് ഡിഫറെൻറ്റ് മാക്സിമം ഹൈറ്റ്സ്. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരേ സ്പീഡിലാണ് പ്രൊജക്റ്റ് ചെയ്ത് ഒരേ റേഞ്ചാണ് കിട്ടിയത്, പക്ഷേ രണ്ട് ഡിഫറെൻറ്റ് ഹൈറ്റുകൾ എന്ന് പറയുമ്പോൾ തീറ്റയ്ക്ക് വ്യത്യാസമുണ്ട്, അല്ലേ? അപ്പോൾ ഒരേ റേഞ്ച് കിട്ടുന്ന രണ്ട് ഡിഫറെൻറ്റ് തീറ്റ വാല്യൂസിലാണ് നമ്മളതിനെ പ്രൊജക്റ്റ് ചെയ്തത്. ദാറ്റ് മീൻസ് കോംപ്ലിമെൻ്ററി ആംഗിൾസ് ഓഫ് പ്രൊജക്ഷനിലാണ് നമ്മളവരെ എറിഞ്ഞത് എന്ന് പറയുമ്പോൾ ഒരു ആംഗിൾ തീറ്റയാണെങ്കിൽ മറ്റേ ആംഗിൾ എന്തായിരിക്കും? 90 മൈനസ് തീറ്റ ആയിരിക്കും വരിക, ശരിയല്ലേ? അപ്പോൾ മാക്സിമം ഹൈറ്റ്സ് h1 h2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും നമുക്ക് നോക്കിയാൽ കാണാം h1 h2ൻ്റെ പ്രോഡക്റ്റ് നമുക്ക് വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ h1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g ആണ്. അപ്പോൾ h2ൻ്റെ വാല്യൂ എന്തായിരിക്കും? u സ്ക്വയർ സൈൻ സ്ക്വയർ 90 മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ 2g വരും. സോ ദാറ്റ് ഈസ് u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് h1 h2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 4g സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും, അല്ലേ? അപ്പോൾ നമുക്ക് യു സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ കോസിറ്റ് നമുക്ക് സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 നമുക്ക് എഴുതാം, അല്ലേ? ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4g സ്ക്വയർ എന്ന് വരും. അപ്പോൾ h1 h2 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? യു സ്ക്വയർ സൈൻ സ്ക്വയർ 2 തീറ്റ ഡിവൈഡഡ് ബൈ എന്ത് വരും? 4g സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരിക, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് യു സ്ക്വയർ സൈൻ, നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 4 ടൈംസ് വരും കേട്ടോ, പവർ u⁴ ആവും. ഓക്കെ, u⁴ സൈൻ സ്ക്വയർ 2 തീറ്റ ഡിവൈഡഡ് ബൈ 4g സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഇനി സിംപ്ലിഫൈ ചെയ്ത് റേഞ്ചിൻ്റെ ടേംസിലോട്ട് മാറ്റി എഴുതണം, അല്ലേ? അപ്പോൾ യു സ്ക്വയർ സൈൻ 2 തീറ്റയുടെ സ്ക്വയർ ആണ് ഇവിടെ വന്നിരിക്കുന്നത്, ശരിയല്ലേ? ഡിവൈഡഡ് ബൈ റേഞ്ചിൻ്റെ വാല്യൂ പറഞ്ഞാൽ നമുക്കറിയാം 2g വരണം, ശരിയല്ലേ? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g വരണം. അപ്പോൾ 2gയുടെ സ്ക്വയർ ആണ് നമുക്ക് താഴെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് r സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ട് വരും, അല്ലേ? ഓക്കെ, താഴെ നമുക്കൊരു 1/2ൻ്റെ സ്ക്വയറോടെ വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ u⁴ സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 4g സ്ക്വയർ വരും. ആൻഡ് സൈൻ തീറ്റ കോസിറ്റ് നമുക്ക് സൈൻ 2 തീറ്റ ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ സ്ക്വയർ വരും. അപ്പോൾ നമുക്ക് യു സ്ക്വയർ സൈൻ സ്ക്വയർ 2 തീറ്റ ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ 4 വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ താഴെ 16 ആണ് വരുന്നത്. ഓക്കെ, താഴെ 16 വരും. അപ്പോൾ അത് 4gയുടെ സ്ക്വയർ എന്ന് വരും, ശരിയല്ലേ? യു സ്ക്വയർ സൈൻ 2 തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4gയുടെ സ്ക്വയർ വരും. അപ്പോൾ നമുക്ക് ആർ സ്ക്വയർ, ആറിൻ്റെ വാല്യൂ നമുക്ക് വരുന്നത് എന്താ? റേഞ്ച്. അപ്പോൾ റേഞ്ചിൻ്റെ വാല്യൂ നമുക്ക് വരുന്ന r ഈസ് ഈക്വൽ ടു യു സ്ക്വയർ
സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2g ആണ് വരുന്നത്. ശരിയല്ലേ? r is equal to u square സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2g. അപ്പോൾ ആർ സ്ക്വയറിൻ്റെ വാല്യൂ എന്ത് വരും? ആർ സ്ക്വയർ is equal to u raised to 4 സൈൻ സ്ക്വയർ 2 തീറ്റ ഡിവൈഡഡ് ബൈ 4g സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ട് വരും. ശരിയല്ലേ? 4g സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർ സ്ക്വയർ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ആർ സ്ക്വയറിൻ്റെ വാല്യൂ ഇപ്പോൾ എന്തായിരിക്കും വരിക? അപ്പോൾ നമുക്ക് h1 h2 കിട്ടിയിട്ടുണ്ട്, ആർ സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു h1 h2 ഡിവൈഡഡ് ബൈ 4. ശരിയല്ലേ? അപ്പോൾ നമുക്ക് h1 h2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4 ആർ സ്ക്വയർ വരും. ഓക്കെ. അപ്പോൾ നമുക്ക് മാക്സിമം ഹൈറ്റിൻ്റെ ഫോർമുല യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g അല്ലേ? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. അപ്പോൾ നമുക്ക് h1 h2 നമുക്ക് കോംപ്ലിമെൻ്ററി ആംഗിൾസ് ഓഫ് പ്രൊജക്ഷനിലാണ്, കാരണം സെയിം റേഞ്ചാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് താഴെ 16g സ്ക്വയർ അല്ലേ? ഇപ്പോൾ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ g ആണ് നമുക്ക് റേഞ്ച് വരിക. ശരിയല്ലേ? സൈൻ സ്ക്വയർ 2 തീറ്റ ഡിവൈഡഡ് ബൈ g വരും. അപ്പോൾ നമുക്ക് താഴെ g സ്ക്വയർ ആണ്, അപ്പോൾ ഡിവൈഡഡ് ബൈ 16 വരും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആർ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് കിട്ടും? ആർ സ്ക്വയർ ഇസ് ഇക്വൽ ടു 16 ടൈംസ് h1 h2 ആണെന്ന് കിട്ടും. ആർ സ്ക്വയറിൻ്റെ വാല്യൂ 16 ടൈംസ് h1 h2 ആണ്. സോ ആൻസർ ഓപ്ഷൻ 2 വരും. Okay. For the question, a shell is fired from a fixed artillery gun with an initial speed u such that it hits the target on the ground at a distance r from it. If t1 and t2 are the values of the time taken by it to hit the target in two possible ways, the product t1 t2 is again the same type question. അപ്പോൾ നമുക്ക് t1 t2 അല്ലേ? അപ്പോൾ ഒരു r ഡിസ്റ്റൻസ് മാറി ഒരു ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഫിക്സ്ഡ് ആർട്ടിലറി ഗൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊസിഷൻ മാറുന്നില്ല അല്ലേ? അപ്പോൾ അവിടെ നമുക്കതിനെ നമ്മൾ ഫയർ ചെയ്യണം, സെയിം ആറിൽ സെയിം റേഞ്ചിൽ നമുക്ക് കിട്ടണം. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ആംഗിൾസിൽ നമുക്ക് അറിയാൻ പറ്റുന്ന t1 ആൻഡ് t2 ടൈമുകളാണ് എടുക്കുന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ദേ ഓൾസോ കറസ്പോണ്ട് ടു കോംപ്ലിമെൻ്ററി ആംഗിൾസ് ഓഫ് പ്രൊജക്ഷൻ ആണ്. അപ്പോൾ t1 t2 നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ തീറ്റ ആണെങ്കിൽ മറ്റേ ആംഗിൾ 90 മൈനസ് തീറ്റ ആയിരിക്കും. അപ്പോൾ t1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? t1 ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ g ആണ്. t2 എന്ന് പറഞ്ഞാൽ 2u സൈൻ 90 മൈനസ് തീറ്റ ഡിവൈഡഡ് ബൈ g ആണ് അല്ലേ? സോ ദാറ്റ് ഇസ് 2u കോസ് തീറ്റ ഡിവൈഡഡ് ബൈ g വരും. ഓക്കെ. അപ്പോൾ t1 t2ൻ്റെ പ്രോഡക്റ്റ് എടുത്ത് എന്ത് കിട്ടും? t1 t2 ഇസ് ഈക്വൽ ടു 2uൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4u സ്ക്വയർ വരും. 4u സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ g സ്ക്വയർ വരും അല്ലേ? അപ്പോൾ നമുക്ക് ദിസ് ഇസ് 2u സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ g സ്ക്വയർ വരും. ശരിയല്ലേ? അപ്പോൾ t1 t2 ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ g ഇൻറ്റു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ g എന്ന് വരും. ഓക്കെ. അപ്പോൾ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ g എന്ന് പറഞ്ഞാൽ റേഞ്ച് ആണ് അല്ലേ? അപ്പോൾ 2r ഡിവൈഡഡ് ബൈ g വരും. സോ ആൻസർ ഓപ്ഷൻ 4 വരും. Part the question. The position of a projectile launched from the origin at t is equal to 0 is given by r equal to 40a plus 50j at t equal to 2 seconds. If the projectile was launched at an angle theta with the horizontal, then theta is. Okay, അപ്പോൾ ഒറിജിനിൽ നിന്നാണ് ഒരു പ്രൊജക്ടൈലിനെ ഫയർ ചെയ്യുന്നത്, t equal to 0 ഫയർ ചെയ്യുന്നു. അപ്പോൾ t equal to 2 സെക്കൻഡ്സിലെ പൊസിഷൻ വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. അതേ നമുക്ക് പ്രൊജക്ടൈൽ ലോഞ്ച് ചെയ്ത ആംഗിൾ എത്ര എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് r നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നമുക്കറിയാം. ഇപ്പോൾ എക്സ് കോർഡിനേറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യു കോസ് തീറ്റയാണ്. ശരിയല്ലേ? എന്ന് പറയുമ്പോൾ യു കോസ് തീറ്റ ഇൻറ്റു ടി ആണ് വരുന്നത്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 40 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടൈം 2 സെക്കൻഡ്സ് ആണ്. എന്ന് പറയുമ്പോൾ യു കോസ് തീറ്റയുടെ വാല്യൂ എത്ര നമുക്ക് കിട്ടും? 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കിട്ടും. ഇതൊരു ഇക്വേഷൻ. വൈ കോർഡിനേറ്റിൻ്റെ വാല്യൂ നോക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ് അല്ലേ?
വൈ കോർഡിനേറ്റിൻ്റെ വാല്യൂ 50 ആണ് അല്ലേ. അപ്പോൾ 50 ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു 2 മൈനസ് 5 ഇൻറ്റു ടി സ്ക്വയർ. ടി സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 വരും അല്ലേ. അപ്പോൾ 2 യു സൈൻ തീറ്റ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 50 പ്ലസ് 20 70 വരും ശരിയല്ലേ. അപ്പോൾ യു സൈൻ തീറ്റയുടെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 35 വരും. അപ്പോൾ ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ 1 ചെയ്യണം അല്ലേ. 2 ഡിവൈഡഡ് ബൈ 1 ചെയ്യുവാണെങ്കിൽ നമുക്ക് ടാൻ തീറ്റ എന്താണെന്ന് കിട്ടും? ഇറ്റ് ഈസ് ഈക്വൽ ടു 35 ഡിവൈഡഡ് ബൈ 20 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 7 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ തീറ്റയുടെ വാല്യൂ എന്താ? ടാൻ ഇൻവേഴ്സ് ഓഫ് 7 ഡിവൈഡഡ് ബൈ 4 വരും അല്ലേ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, a projectile is given an initial velocity of I plus 2j meter per second where I is along the ground and j is along the vertical. If g equal to 10 meter per second square, the equation of trajectory is അല്ലേ. ഇക്വേഷൻ ഓഫ് ട്രജക്ടറി ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് യു എക്സ് അറിയാം 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്, യു വൈ അറിയാം 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാം. റേഞ്ച് ഇസ് 2 യു എക്സ് യു വൈ അല്ലേ ഡിവൈഡഡ് ബൈ ജി ആണ്. 2 യു എക്സ് യു വൈ ഡിവൈഡഡ് ബൈ ജി. അപ്പോൾ നമുക്ക് 2 ടൈംസ് യു എക്സിൻ്റെ വാല്യൂ 1, യു വൈയുടെ വാല്യൂ 2 ഡിവൈഡഡ് ബൈ ജിയുടെ വാല്യൂ 10 അല്ലേ. അപ്പോൾ നമുക്ക് 4/10 എന്ന് പറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5 ആണ്. ഇതാണ് റേഞ്ച് വരിക. അപ്പോൾ റേഞ്ച് അറിയാം നമുക്ക് ഇക്വേഷൻ ട്രജക്ടറി എഴുതാം അല്ലേ. നമുക്ക് ടാൻ തീറ്റയും കൂടെ ആംഗുലർ പ്രൊജക്ഷൻ കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു യു വൈ ഡിവൈഡഡ് ബൈ യു എക്സ് ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2/1 അല്ലേ. അപ്പോൾ ടാൻ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. സോ ദ ഇക്വേഷൻ ഈസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ ഇൻറ്റു 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ആർ ആണ് നമ്മുടെ ഇക്വേഷൻ ട്രജക്ടറിയുടെ ഫോർമുല വരുന്നത്. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ടാൻ തീറ്റയുടെ വാല്യൂ 2 ആണ്. 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റേഞ്ച് ഇസ് 2/5 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x ഇൻറ്റു 1 മൈനസ് 5x/2 വരും. അപ്പോൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. വൈ ഈസ് ഈക്വൽ ടു 2x മൈനസ് 5x² എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ ട്രജക്ടറി വരിക. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, a ball projected from the ground at an angle of 45 degrees just clears the wall in front. If the point of projection is 4 meter from the foot of the wall and the ball strikes the ground at a distance 6 meter from on the other side of the wall, the height of the wall is. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഫോർമുല അറിയാമെങ്കിൽ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളൊരു ബോളിനെ പ്രൊജക്റ്റ് ചെയ്യുവാണ്, 45 ഡിഗ്രി ആംഗിളിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതിന് ക്ലിയേഴ്സ് എ വാൾ ഇൻ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട് ശരിയല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രൊജക്റ്റൈൽ മോഷനാണ് നമുക്ക് വരിക. 45 ഡിഗ്രി പ്രൊജക്ഷനാണ് എന്ന് പറയുമ്പോൾ മാക്സിമം റേഞ്ചിലാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 4 മീറ്റർ ഫ്രം ദ ഫുട്ട് ഓഫ് ദി വാൾ എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വാൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടുന്ന് 4 മീറ്റർ ഡിസ്റ്റൻസിൽ, അതായത് A ഡിസ്റ്റൻസിൽ നിന്നാണ് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രൊജക്റ്റ് ചെയ്യുന്നത് വിത്ത് സ്പീഡ് യു അറ്റ് ആൻ ആംഗിൾ തീറ്റ. ആൻഡ് ഇത് പോയി വീഴുന്ന എവിടെയാണ്? അറ്റ് ഡിസ്റ്റൻസ് 6 മീറ്റർ ഫ്രം ദ അതർ സൈഡ് ഓഫ് ദി വാൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു B ഡിസ്റ്റൻസ് മാറിയാണ് ഇത് പോയി വീഴുന്നത് ശരിയല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈറ്റ് ഓഫ് ദ വാൾ എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. നിങ്ങളിവിടെ ഉപയോഗിക്കേണ്ട ഇതിൻ്റെ ഇക്വേഷൻ ട്രജക്ടറി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഹൈറ്റ് നമുക്ക് H ആണെന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റ് നിങ്ങൾ നോക്കിയാൽ ദിസ് ഷുഡ് ബി എ പോയിന്റ് ഓൺ ദ പ്രൊജക്റ്റൈൽ. കാരണം ജസ്റ്റ് ഗ്രേസ് ചെയ്ത് പോകാമെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പം ഇതിൻ്റെ കോർഡിനേറ്റ് എന്ത് വരും? AH എന്ന് പറയുന്നത് വരും അല്ലേ. അപ്പോൾ AH എന്ന് പറയുന്നത് നമ്മുടെ ട്രജക്ടറിയിൽ ഒരു പോയിന്റ് ആയിരിക്കണം, ഒരു കോർഡിനേറ്റ് ആയിരിക്കണം. സോ യു കൻ യൂസ് ഇക്വേഷൻ ട്രജക്ടറി വിച്ച് ഇസ് നത്തിങ് ബട്ട് y ഈസ് ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ ഇൻറ്റു 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ആർ അല്ലേ. സോ ദിസ് ഇസ് ഇക്വേഷൻ ട്രജക്ടറി ആൻഡ് യുവർ റേഞ്ച് ഈസ് A+B അല്ലേ. റേഞ്ച് A+B ആണ്. അപ്പോൾ നിങ്ങൾ y എത്ര കൊടുക്കണം? H കൊടുക്കുക അല്ലേ. വെൻ എക്സ് ഇസ് ഈക്വൽ ടു A, y ഇസ് H. വെൻ എക്സ് ഇസ് ഈക്വൽ ടു A, y ഇസ് ഈക്വൽ ടു H. അപ്പോൾ അങ്ങനെ നമുക്ക് H ഇസ് ഈക്വൽ ടു A ടാൻ തീറ്റ ഇൻറ്റു 1 മൈനസ് A ഡിവൈഡഡ് ബൈ റേഞ്ച് ഇസ് A+B. ഓക്കെ, so it is nothing but A tan theta into A+B minus A divided by A+B വരും. So it is AB divided by A+B into tan theta. അതൊരു സ്റ്റാൻഡേർഡ് ഫോർമുലയാണ് അല്ലേ. ഒരു പക്ഷേ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അത് ഉപയോഗിച്ചാൽ മതി. അപ്പം H is equal to AB. A നമുക്ക് തന്നിരിക്കുന്ന 4 മീറ്ററും B തന്നിരിക്കുന്ന 6 മീറ്ററുമാണ്. അപ്പോൾ 4 into 6 divided by 4 plus 6 into തീറ്റയുടെ വാല്യൂ 45 ഡിഗ്രിയാണ് അല്ലേ. സോ ദ ആൻസർ ഇസ് 2.4 മീറ്റർ വരും.
So answer is option 2. For the question, the stream of a river is flowing with a speed of 2 km per hour. A swimmer can swim at a speed of 4 km per hour. What should be the direction of the swimmer with respect to the flow of the river to cross the river straight? Okay. അപ്പോൾ റിവർ ക്രോസിംഗ് പ്രോബ്ലം ആണ്. ഇതാണ് നമ്മുടെ റിവറിൻ്റെ 2 ബാങ്ക്സ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു സ്ട്രീം ഓഫ് ദ റിവർ ഫ്ലോയിങ് അറ്റ് എ സ്പീഡ് ഓഫ് 2 km per hour ആണ് അല്ലേ. ഇപ്പോൾ വാട്ടർ സ്ട്രീമിൻ്റെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 2 km per hour ആണ്. വെലോസിറ്റി ഓഫ് വാട്ടർ 2 km per hour ആണ്. സ്വിമ്മറിന് 4 km per hour സ്പീഡിൽ നീന്താന്ന് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ വെലോസിറ്റി സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു സ്റ്റിൽ വാട്ടർ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദി ഡയറക്ഷൻ സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ദ ഫ്ലോ ഓഫ് റിവർ ടു ക്രോസ് എ റിവർ സ്ട്രെയിറ്റ്. അപ്പോൾ അയാൾ സ്ട്രെയിറ്റ് ആയിട്ട് റിവർ ക്രോസ് ചെയ്യണം. ശരിയല്ലേ, ഇതാണ് കണ്ടീഷൻ. എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഓഫ് ദ സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം? സ്ട്രെയിറ്റ് ആയിരിക്കണം, പെർപെൻഡിക്കുലർ ആയിട്ട് വരണം. അപ്പോൾ അങ്ങനെയാണ് നമുക്കറിയാം വാട്ടർ കറണ്ടിനെ ക്യാൻസൽ ഔട്ട് ചെയ്യണമെങ്കിൽ അയാളൊരു ആംഗിളിൽ വേണം ക്രോസ് ചെയ്യാനായിട്ട്. ശരിയല്ലേ, അയാളൊരു ആംഗിളിൽ വേണം നീന്താനായിട്ട്. അപ്പോൾ ഇതാണ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു വാട്ടർ വരുന്നത്. ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം 4 km per hour ആണ്. 4 km per hour അല്ലേ. അപ്പോൾ ഇത് ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയണം. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വാല്യൂ VW ആണ് വരുന്നത്. ശരിയല്ലേ, കാരണം ഇതിനെ ക്യാൻസൽ ഔട്ട് ചെയ്യണം ഈ ഒരു കമ്പോണൻറ്റ്. അപ്പോൾ VW വരും. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ലെറ്റ്സ് സേ ദിസ് ആംഗിൾ ഇസ് ആൽഫ. ഓക്കെ, ഇപ്പോൾ നമുക്ക് VWൻ്റെ വാല്യൂ അറിയാം, VSW അറിയാം. സോ യു ക്യാൻ ടേക്ക് സൈൻ ആൽഫ. സോ സൈൻ ആൽഫ ഇസ് നത്തിങ് ബട്ട് VW ഡിവൈഡഡ് ബൈ VSW. ഓക്കെ, സോ ഇറ്റ് ഇസ് 2/4. സോ ഇറ്റ്സ് 1/2. So that means alpha is equal to 30 degree. And this angle is 90 degrees. So with respect to the stream direction, he should swim in a direction 90 plus 30, that is given by 120 degree. Like, answer is option 3. Part of the question, 2 particles A and B are moving on 2 constant circles of radii R1 and R2 with equal angular speed omega. At t equal to 0, their position and direction of motion shown in figure. അപ്പോൾ t equal to 0ൽ രണ്ടുപേരുടെയും പൊസിഷൻസും ഡയറക്ഷൻസ് ഓഫ് മോഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, t equal to π/2 ഒമേഗയിൽ റിലേറ്റീവ് വെലോസിറ്റി എന്താണെന്നാണ് ചോദ്യം അല്ലേ. t equal to π/2 ഒമേഗയിൽ റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ π/2 ഒമേഗ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കുക, 2π/ഒമേഗ എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ് അല്ലേ. അപ്പോൾ t is equal to π/2 ഒമേഗ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 1/4 ഓഫ് എ ടൈം പീരീഡ് ആണ്. അപ്പോൾ രണ്ടുപേർക്കും ഒരേ ടൈം പീരീഡ് ആണ്, കാരണം ഒരേ ആംഗുലർ സ്പീഡാണ്. അപ്പോൾ 1/4 ഓഫ് എ ടൈം പീരീഡിൽ എ ഏതാണ്ട് ഇവിടെ എത്തും അല്ലേ, വൈ കോർഡിനേറ്റിലെത്തും. ബി എന്ന് പറയുന്നതും കറങ്ങി വൈ കോർഡിനേറ്റിലെത്തും. അപ്പോൾ എയുടെയും ബിയുടെയും വെലോസിറ്റീസ് ആ സമയത്ത് നോക്കുവാണെങ്കിൽ എയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് വരിക അല്ലേ. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി വരുന്ന R1 ഒമേഗയാണ്. ആൻഡ് ബിയുടെ വെലോസിറ്റി, ബിയും കറങ്ങി എങ്ങോട്ടേക്ക് വരും, ലെഫ്റ്റിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ബിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, R2 ഒമേഗ ആയിരിക്കും വരുന്നത്. അപ്പോൾ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ആണ് വേണ്ടത് അല്ലേ, VAB. ദാറ്റ് ഇസ് VA മൈനസ് VB ആണ്. അപ്പോൾ എയുടെയും ബിയുടെയും വെലോസിറ്റീസ് നോക്കുകയാണെങ്കിൽ -R1 ഒമേഗ I ക്യാപ് മൈനസ് R2 ഒമേഗ I ക്യാപ്പ് വരും അല്ലേ. അപ്പോൾ VABയുടെ വാല്യൂ എന്ത് വരും, VAB ഇസ് ഈക്വൽ ടു ഒമേഗ ടൈംസ് R2 മൈനസ് R1 I ക്യാപ്പ് എന്ന് വരും. ഓക്കെ, ഒമേഗ ടൈംസ് R2 മൈനസ് R1 I ക്യാപ്പ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ 3. Part of the question, a particle is moving along a circular path with a constant speed of 10 meter per second. What is the magnitude of the change in velocity of the particle when it moves to an angle 60 degree through the center of the circle? Direct ഫോർമുലയാണ്. അപ്പോൾ ഒരു യൂണിഫോം സർക്കുലർ പാത്തിലൂടെയാണ്, യൂണിഫോം സർക്കുലർ മോഷനാണ് പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പാർട്ടിക്കിൾ ഒരു തീറ്റ ആംഗിൾ സബ്റ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ, 2v sin തീറ്റ ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ തീറ്റയുടെ വാല്യൂ 60 ഡിഗ്രി ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 times 10 into sin 60 divided by 2 വരും അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 10 meter per second ആൻസർ വരും. സോ ആൻസർ ഇസ് ഓപ്ഷൻ 4. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാവിറ്റേഷനിലോട്ട് കയറുവാണ്. അപ്പോൾ നോക്കുക, ഇഫ് ദി ആംഗുലർ മൊമെൻറ്റ് ഓഫ് എ പ്ലാനറ്റ് ഓഫ് മാസ് m മൂവിങ് അറൌണ്ട് ദ സൺ ഇൻ എ സർക്കുലർ ഓർബിറ്റ് is L, then above the center of the sun its aerial velocity is. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് അല്ലേ. ഏരിയൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്, dA/dt is equal to ആംഗുലർ മൊമെൻറ്റം വിത്ത് റെസ്പെക്ട് ടു ദ സൺ ഡിവൈഡഡ് ബൈ 2 times the mass of the planet ആണ് വരിക. ശരിയല്ലേ. അപ്പോൾ ഏരിയൽ വെലോസിറ്റി L/2m ആണ്. സോ ദാറ്റ് ഇസ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ അല്ലേ. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ വരിക.
അപ്പോൾ അടുത്ത നോക്കുക. The figure shows the elliptical path ABCD of a planet around the sun S such that the area of the triangle CS is 1/4 of the area of the ellipse. With DB as a semi-major axis and C as a semi-minor axis, if T1 is the time taken for the planet to go over the path ABC and T2 is for the path taken over CDA, then T1 T2 തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് വേണ്ടത്. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മളോട് പറയുന്നുണ്ട് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1/4 ഓഫ് ദി ഏരിയ ഓഫ് ദി എലിപ്സ് ആണെന്ന് പറയുന്നുണ്ട്. ശരിയല്ലേ? പിന്നെ നിങ്ങൾ നോക്കുക, എ സി എന്ന് പറയുന്നത് സെമി മൈനർ ആക്സസ് ആണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റിലേക്ക് ഇതിൻ്റെ ലെഫ്റ്റിലേക്കും ഈക്വൽ ഏരിയാസ് ആയിരിക്കും എലിപ്സിന് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്കുള്ള ഏരിയ A/2 ആയിരിക്കും, ഇങ്ങോട്ടേക്കുള്ള ടോട്ടൽ ഏരിയ A/2 ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് T1 ഇസ് എ ടൈം ടേക്കൺ ഫോർ ദ പ്ലാനറ്റ് ടു ഗോ ഓവർ ദ പാത്ത് ABC, അല്ലേ? ABC എന്ന് പറയുന്ന പാത്തിലൂടെ പോകാൻ എടുക്കുന്ന ടൈം T1 ഉം CD എന്ന് പറയുന്ന പാത്തിലൂടെ പോകാൻ എടുക്കുന്ന ടൈം T2 ആണെങ്കിൽ T1 T2 നമ്മളെ റിലേഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ഏത് ഫോർമുല വെച്ച് ചെയ്യാം? നമുക്ക് കെപ്ലർ സെക്കൻഡ് ലോ വെച്ച് ചെയ്യാം. ശരിയല്ലേ? കെപ്ലർ സെക്കൻഡ് ലോ വെച്ച് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഭാഗത്ത് സബ്ടെൻഡ് ചെയ്യുന്ന ഏരിയ, അല്ലേ? ഇത്രയും ഭാഗത്ത് സബ്ടെൻഡ് ചെയ്യുന്ന ഏരിയ നിങ്ങൾ നോക്കുക. അതുപോലെ ഇവിടെ സബ്ടെൻഡ് ചെയ്യുന്ന ഏരിയ നിങ്ങൾ നോക്കുക. അപ്പോൾ T1 ടൈം കൊണ്ട് സബ്ടെൻഡ് ചെയ്യുന്ന ഏരിയ ഈ ഒരു പിങ്ക് കളറിലും T2 ടൈം കൊണ്ട് സബ്ടെൻഡ് ചെയ്യുന്ന ഏരിയ ബ്ലൂ കളറിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഏരിയ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കണം, അല്ലേ? എന്ന് പറയുമ്പോൾ A/T എന്ന് പറയുന്ന സാധനം കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇത്രയും ഭാഗത്ത് ഏരിയ എന്ത് വരും? പിങ്ക് കളർ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ, അതായത് ABC പോകുന്ന സമയത്ത് ട്രേസ് ചെയ്യുന്ന ഏരിയ. അപ്പം CB എന്ന് പറയുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ദി ഏരിയ ഓഫ് ദി എലിപ്സ് ആണ്. പോയിട്ട് ട്രയാങ്കിളിൻ്റെ ഏരിയയും കൂടെ അഡീഷണൽ ആയിട്ട് വരും. ശരിയല്ലേ? അപ്പോൾ ടോട്ടൽ ഏരിയ ഞാൻ A ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഹാഫ് ദി ഏരിയ വരും, പ്ലസ് ഇവിടെ 1/4 ഓഫ് ദി ഏരിയ വരും, A/4 വരും, അല്ലേ? ഡിവൈഡഡ് ബൈ T1 ഈസ് ഈക്വൽ ടു, അപ്പം ഈ ഭാഗത്ത് വരുന്ന ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ഇങ്ങോട്ടേക്ക് ഹാഫ് ഉണ്ട്, അതിൽ ഇവിടെ 1/4 ആണെങ്കിൽ ഇവിടെ 1/4 വരണമല്ലോ. അപ്പോൾ A/4 ഡിവൈഡഡ് ബൈ T2 വരണം. ശരിയല്ലേ? അപ്പോൾ നമുക്ക് 3A/4 T1 ഈസ് ഈക്വൽ ടു A/4 T2 എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. അപ്പോൾ 4 ക്യാൻസൽ ചെയ്യുക, ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് T1 എന്തിനോട് ഈക്വൽ ആണെന്ന് കിട്ടും? 3 ടൈംസ് T2നോട് ഈക്വൽ ആണെന്ന് കിട്ടും. സോ ആൻസർ ഇസ് ഓപ്ഷൻ 3, അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. A straight rod of length L extends from x equal to A to x equal to L plus A. The gravitational force it exerts on a point mass M at x equal to 0 if the mass per unit length of the rod is A plus BX square is given by. അപ്പോൾ നമുക്ക് റോഡ് തന്നിട്ടുണ്ട്. യൂണിഫോം റോഡല്ല, റോഡിൻ്റെ ലീനിയർ മാസ് ഡെൻസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ട്, അല്ലേ? A plus BX square എന്ന് പറഞ്ഞുകൊണ്ട് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു പോയിൻ്റ് മാസ് ഉണ്ട് x equal to 0യിൽ. അപ്പോൾ ഇതാണ് നമ്മളുടെ x ആക്സിസ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ x equal to 0 ഇതാണ് ഒറിജിൻ. ഇവിടെ ഒരു പോയിൻ്റ് മാസ് ഉണ്ട്, അല്ലേ? M. അപ്പം നമ്മൾ റോഡ് വെച്ചിരിക്കുന്നത് x equal to A to x equal to A plus L എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ്, A to A plus L. ശരിയല്ലേ? അപ്പോൾ ഈ റോഡ് കാരണം ഇതിനുണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ കാൽക്കുലസിൻ്റെ മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒറിജിനിൽ നിന്നും ഒരു എക്സ് ഡിസ്റ്റൻസ് മാറി ഒരു ചെറിയ എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അല്ലേ? DX നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിലൊരു ചെറിയ മാസ് ഉണ്ടായിരിക്കും DM. നമുക്കതിൻ്റെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്, ലീനിയർ മാസ് ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം മ്യൂ ആണ്. അപ്പം മ്യൂവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ A plus BX square നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് മ്യൂ ഇസ് നത്തിങ് ബട്ട് DM/dx. അപ്പോൾ DM/dx ആണ് മ്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ DMൻ്റെ വാല്യൂ എന്തായിരിക്കും? മ്യൂ ടൈംസ് DX ആയിരിക്കും. സോ മ്യൂ എന്ന് പറയുന്നത് A plus BX square ആണ് ഇൻറ്റു DX വരും. അതാണ് DMൻ്റെ മാസ്. അപ്പോൾ DM എമ്മിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ന്യൂട്ടൺസ് ലോ ഗ്രാവിറ്റേഷൻ ഉപയോഗിക്കാം. ന്യൂട്ടൺസ് ലോ ഗ്രാവിറ്റേഷൻ എക്സ്റ്റൻഡ് ഒബ്ജക്ട്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് കാൽക്കുലസിലോട്ട് പോകേണ്ടി വരിക. പക്ഷേ DM എന്ന് പറയുന്നത് ചെറിയൊരു മാസ് ആയതുകൊണ്ട് യു ക്യാൻ ട്രീറ്റ് ഇറ്റ് ആസ് എ പോയിന്റ് മാസ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ന്യൂട്ടൺസ് ലോ ഗ്രാവിറ്റേഷൻ അപ്ലൈ ചെയ്യാം. ശരിയല്ലേ? അപ്പം ഫോഴ്സ് എന്ത് വരും? അപ്പോൾ അവൻ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ടുവേർഡ്സ് സോഴ്സ് ആണ് ആക്ട് ചെയ്യുക. ദാറ്റ് ഫോഴ്സ് ഇസ് DF. സോ DF ഇസ് ഗിവൺ ബൈ G(m1m2/r²) ആണ്. സോ ദിസ് G ഇൻറ്റു M ഇൻറ്റു DM ഡിവൈഡഡ് ബൈ R² എന്ന് പറയുന്നത് ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ x² വരും, അല്ലേ? അപ്പോൾ DF ഇസ് ഈക്വൽ ടു എന്ത് വരും? GM ഇൻറ്റു DMൻ്റെ വാല്യൂ എന്താ? A plus BX² DX ഡിവൈഡഡ് ബൈ x² എന്ന് പറഞ്ഞുകൊണ്ട് വരും. ശരിയല്ലേ? അതാണ് DF വരിക. അപ്പോൾ നിങ്ങൾ നോക്കുക, റൈറ്റിലോട്ടുള്ള എല്ലാ സെഗ്മെൻറ്റുകളും നിങ്ങൾ എടുത്താൽ അവരെല്ലാവരും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന X ഡയറക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോഴ്സിനെ ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇതിന് X കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫോഴ്സ് ഇസ് ഗിവൺ ബൈ GM കോൺസ്റ്റൻ്റ് ആണ്. പോയിട്ട് നമുക്ക് എന്ത് വരും? A plus BX² ഡിവൈഡഡ് ബൈ x² ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ X വരുന്ന എവിടെ നിന്നിട്ട് എവിടം വരെയാണ്? X സ്റ്റാർട്ട്സ് ഫ്രം A to A plus L ആണ്, അല്ലേ? A to A plus L.
അപ്പോൾ നമുക്കിതിനെ ജി എം ഇൻറ്റു ഇൻ്റഗ്രൽ എ ബൈ എക്സ് സ്ക്വയർ പ്ലസ് ബി ഡി എക്സ് എന്ന് എഴുതാം അല്ലേ, ഫ്രം എ ടു എ പ്ലസ് എൽ. സോ എഫ് ഇസ് ഈക്വൽ ടു എന്ത് വരും, ജി എം ഇൻറ്റു നമുക്ക് എ ബൈ എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, ശരിയല്ലേ, എ ബൈ എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എക്സ് റേസ് ടു -2 ആണ് വരിക. അപ്പോൾ എക്സ് റേസ് ടു -2 + 1 ബൈ -2 + 1 എന്ന് പറയുമ്പോൾ നമുക്ക് -a ഡിവൈഡഡ് ബൈ എക്സ് വരും പ്ലസ് ബി ഇൻറ്റു എക്സ് വരും ഫ്രം എ ടു എ പ്ലസ് എൽ അല്ലേ. സോ എഫിൻ്റെ വാല്യൂ എന്ത് വരും, എഫ് ഇസ് ഈക്വൽ ടു ജി എം ഇൻറ്റു -a ഡിവൈഡഡ് ബൈ എ പ്ലസ് എൽ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് എൽ -a ഡിവൈഡഡ് ബൈ എ പ്ലസ് a ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഇൻറ്റു എ എന്ന് വരും. ഓക്കെ, സോ എഫ് ഇസ് ഈക്വൽ ടു ജി എം ഇൻറ്റു നമുക്ക് ബി എ മൈനസ് ബി എ ക്യാൻസൽ ആവും, പോയിട്ട് എ ഇൻറ്റു 1/a മൈനസ് 1/a പ്ലസ് എൽ പോയിട്ട് പ്ലസ് ബി എൽ എന്ന് വരും. ഓക്കെ, സോ എഫ് ഇസ് ഈക്വൽ ടു ജി എം ഇൻറ്റു എ ടൈംസ് എ പ്ലസ് എൽ മൈനസ് എ. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണോ എഴുതിയിരിക്കുന്നത്, അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷനായി അല്ലേ. ഇപ്പോൾ ഇതാണ് നമുക്ക് എക്സ്പ്രഷൻ വരിക. ഇപ്പോൾ ജി എം ഇൻറ്റു എ ഇൻറ്റു 1 - a മൈനസ് 1/a പ്ലസ് എൽ പ്ലസ് ബി എൽ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് എക്സ്പ്രഷൻ വരിക. സോ ആൻസർ വരുന്ന ഓപ്ഷൻ 4 വരും അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The value of acceleration due to gravity is g1 at a height h equal to r/2 from the surface of the earth. It is again equal to g1 at a depth d below the surface of the earth. The ratio d/r is equal to. ഓക്കെ, അപ്പോൾ h equal to r/2 ഹൈറ്റിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ എന്താ ഫോർമുല, g ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് എന്ന് പറയുന്നത് r/2 സ്ക്വയർ വരും അല്ലേ. അപ്പോൾ ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3r/2 സ്ക്വയർ എന്ന് വരും 9r² 4 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4g ഡിവൈഡഡ് ബൈ 9 ആണ് വരിക അല്ലേ. ഇതാണ് g1ൻ്റെ വാല്യൂ. ഇനി ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു എ വാല്യൂ ഓഫ് ജി അറ്റ് എ ഡെപ്ത് ഡി ബിലോ എന്ന് പറയുന്നുണ്ട്. സോ ജി അറ്റ് എ ഡെപ്ത് ഡി എന്ന് പറയുന്നത് എന്താ, ജി ഇൻറ്റു 1 - d/r ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4g ഡിവൈഡഡ് ബൈ 9 ആണ്. അപ്പോൾ നമുക്ക് ജി ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 1 - d/r എന്ന് പറയുന്നത് എന്ത് വരും, 4/9 വരും. അങ്ങനെയാണെങ്കിൽ d/rൻ്റെ വാല്യൂ 5/9 ആണ് വരിക അല്ലേ. അപ്പോൾ ആൻസർ 5/9 വരും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. Part of the question, the height h at which the weight of a body will be the same as that at the same depth h from the surface of the earth is. അപ്പോൾ നമുക്ക് the height h at which the weight of a body will be the same as that at the same depth h from the surface ആണ്. അതായത് നിങ്ങൾ h ഹൈറ്റ് മേളിലോട്ട് പോയാലും h ഡെപ്ത് താഴേക്ക് പോയാലും ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ എച്ചിൻ്റെ വാല്യൂ എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, അതായത് ജി അറ്റ് ആൻ എച്ച് ഹൈറ്റ് എന്ന് പറയുന്നതും ഓക്കെ ജി അറ്റ് ഡെപ്ത് ഈക്വൽ ടു എച്ച് എന്ന് പറയുന്നത് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ എന്തിനോട് ഈക്വൽ ആയിരിക്കണം, ജി ഇൻറ്റു 1 - d/r ഈക്വൽ ആയിരിക്കണം. ആൻഡ് ദാറ്റ് ഡി ഈസ് ഈക്വൽ ടു എച്ച്. ഓക്കെ, ഇപ്പോൾ ജി രണ്ട് സൈഡിൽ നമുക്ക് കട്ട് ചെയ്യാം. സോ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും, ആർ മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ ആർ വരും, ശരിയല്ലേ. ഓക്കെ, അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ മൈനസ് എച്ച് വരും. ഓക്കെ, സോ ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് 2rh പ്ലസ് എച്ച് സ്ക്വയർ ഇൻറ്റു ആർ മൈനസ് എച്ച് വരും അല്ലേ. അപ്പോൾ ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു ആർ ക്യൂബ് പ്ലസ് 2r സ്ക്വയർ എച്ച് പ്ലസ് എച്ച് സ്ക്വയർ ആർ മൈനസ് ആർ സ്ക്വയർ എച്ച് മൈനസ് 2r h സ്ക്വയർ മൈനസ് എച്ച് ക്യൂബ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എച്ച് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എച്ചിലൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടണം, ശരിയല്ലേ. അപ്പോൾ നമുക്ക് 2r സ്ക്വയർ എച്ച് പ്ലസ് 2r സ്ക്വയർ എച്ച് മൈനസ് ആർ സ്ക്വയർ എച്ച് പ്ലസ് എച്ച് സ്ക്വയർ ആർ മൈനസ് 2r h സ്ക്വയർ മൈനസ് എച്ച് ക്യൂബ് ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ ദിസ് ഇസ് ആർ സ്ക്വയർ എച്ച് ദാറ്റ് ഈസ് മൈനസ് ആർ എച്ച് സ്ക്വയർ മൈനസ് എച്ച് ക്യൂബ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ എച്ച് ക്യാൻസൽ ചെയ്താൽ ആർ സ്ക്വയർ മൈനസ് ആർ എച്ച് മൈനസ് എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 വരും. അല്ലെങ്കിൽ നമുക്ക് എച്ച് സ്ക്വയർ
plus RH minus R square is equal to 0. Quadratic equation H കിട്ടി. അപ്പോൾ H is equal to minus B plus or minus root of B square minus 4AC divided by 2y. അല്ലേ? H is equal to minus R plus or minus. അപ്പോൾ പ്ലസ് ഓർ മൈനസ് എടുക്കേണ്ട കാര്യമില്ല, കാരണം പ്ലസ്സേ വരത്തുള്ളൂ. മൈനസ് മൈനസ് വന്ന് H നെഗറ്റീവ് വരില്ല. അപ്പോൾ റൂട്ട് 5R ഡിവൈഡഡ് ബൈ 2 വരും. ശരിയല്ലേ? അപ്പോൾ എച്ചിൻ്റെ വാല്യൂ വരുന്നത് എന്താ? റൂട്ട് 5R മൈനസ് R ഡിവൈഡഡ് ബൈ 2. ആൻസർ ഇസ് ഓപ്ഷൻ 3. The mass density of a planet of radius r varies with the distance from its center as rho is equal to rho 0 into 1 minus r square by r square. Then the gravitational field is maximum at. Okay. അപ്പോൾ നമുക്കൊരു സ്പെറിക്കൽ പ്ലാനറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മാസ് ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ടല്ലേ. അത് മാസ് ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് അല്ല, അത് റേഡിയസിന് സെൻട്രൽ ഡിസ്റ്റൻസിന് അനുസരിച്ച് വേരി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആറിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫീൽഡ് മാക്സിമം ആവുന്ന എവിടെയാണെന്നാണ് ചോദ്യം. ഓക്കെ, ഗ്രാവിറ്റേഷൻ ഫീൽഡ് മാക്സിമം ആവുന്ന എവിടെയാണെന്നാണ് ചോദ്യം. യൂണിഫോം ഡെൻസിറ്റി ആണെന്ന് നമുക്കറിയാം. ഗ്രാവിറ്റേഷൻ ഫീൽഡ് മാക്സിമം ആവുന്ന സർഫസിലായിരിക്കും അല്ലേ. കാരണം അകത്തുനിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ആറും പുറത്തേക്ക് പോകുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ആർ സ്ക്വയർ ആയിട്ടാണ് ഫീൽഡ് വേരി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഫീൽഡ് എന്ന് പറയുന്നത് ഡെൻസിറ്റി എന്ന് പറയുന്നത് യൂണിഫോം അല്ല, നോൺ യൂണിഫോം ഡെൻസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷെൽ തിയറംസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം പറയുമ്പോൾ ഡെൻസിറ്റി യൂണിഫോം അല്ല, പിന്നെ എങ്ങനെ ഷെൽ തിയറം യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഡെൻസിറ്റിക്ക് ഒരു സ്പെറിക്കൽ സിമെട്രി ഉണ്ട്. സ്പെറിക്കൽ സിമെട്രിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് നിങ്ങൾക്ക് ഡെൻസിറ്റിയുടെ അടുത്ത് തന്നിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ സ്പിയർ നിങ്ങൾ എടുത്താൽ, ഒരു ഷെല്ല് നിങ്ങൾ എടുത്താൽ, ആ ഷെല്ലിൻ്റെ ആറിൻ്റെ വാല്യൂ എല്ലായിടത്തും സെയിം, അതിൻ്റെ അവിടെ എല്ലായിടത്തും സെയിം ഡെൻസിറ്റിയുടെ വാല്യൂ തന്നെയായിരിക്കും വരിക. അതുകൊണ്ട് അതിനെ നിങ്ങൾക്കൊരു യൂണിഫോം ഡെൻസിറ്റി ഉള്ള ഷെല്ലായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഷെൽ തിയർ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇത്രയും ഭാഗത്തുള്ള മാസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ആ മാസം ഉണ്ടാക്കുന്ന ഫീൽഡ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇങ്ങനെ കുറേ ഷെല്ലുകൾ ചേർന്നിട്ടാണ് ഈ സ്പിയർ ഉണ്ടാക്കിയിരിക്കുന്നത് വിചാരിക്കുക. ഓരോ ഷെല്ലിൻ്റെ ഡെൻസിറ്റി പക്ഷേ ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ ഒരു ഷെല്ലിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ആ ഷെല്ലിൻ്റെ ഡെൻസിറ്റി അതിൻ്റെ സർഫസിൽ എല്ലായിടത്തും യൂണിഫോം ആയിരിക്കും. അതാണ് അതിനകത്ത് ഐഡിയ. അപ്പോൾ ഇത്രയും ഷെല്ലുകൾ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഷെല്ലുകൾ മാത്രമേ ഇവിടെ ഫീൽഡ് ഉണ്ടാക്കുന്നുള്ളൂ. ശരിയല്ലേ? അതിൻ്റെ പുറത്തുള്ള ഫീൽഡുകളുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? പുറത്തുള്ള ആളുകൾ ഫീൽഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഷെൽ തിയറം 1, 2 ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും റേഡിയസ് വരെയുള്ള ഷെല്ലുകൾ മാത്രമേ ഇവിടെ ഫീൽഡ് എക്സേർട്ട് ചെയ്യുന്നുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ആ ഫീൽഡ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അത് നമുക്ക് അത്രയും ഭാഗത്തിൻ്റെ മാസ് വേണം. ഇത്രയും ഷെല്ലിൻ്റെ മാസ് ഇവിടെ സെൻറ്ററിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മാസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് അല്ലേ. അപ്പോൾ നമ്മളൊരു ചെറിയ ഷെല്ല് എടുക്കുന്നു. അപ്പോൾ ആ ഷെല്ലിൻ്റെ ഒരു ചെറിയ തിക്നെസ് ഉള്ളതായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ആ തിക്നെസ് നമുക്ക് DR ആയിട്ട് എടുക്കാം. ഓക്കെ, DR. അപ്പോൾ ആ DRനകത്ത് അടങ്ങിയിട്ടുള്ള മാസ് DM ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ഒരു DR തിക്നെസ്സിന് അടങ്ങിയിട്ടുള്ള മാസ് DM ആണെന്ന് വിചാരിക്കുക. ഇത്രയും ഭാഗത്തിൻ്റെ മാസ് M ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രാവിറ്റേഷൻ ഫീൽഡ് കണ്ടുപിടിക്കാൻ GM/r² ആണ്. അപ്പോൾ നമുക്ക് ആദ്യം M കണ്ടുപിടിക്കണം. അപ്പം DM കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? DM = റോ ഇൻറ്റു DV ആണ് അല്ലേ. അപ്പോൾ DM = റോയുടെ വാല്യൂ റോ 0 ഇൻറ്റു 1 മൈനസ് r² ഡിവൈഡഡ് ബൈ r² അല്ലേ. ഇൻറ്റു DV എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷെല്ലിൻ്റെ എലമെൻ്റൽ വോളിയമാണ് എന്ന് പറയുമ്പോൾ 4πr² ഇൻറ്റു DR വരും, സർഫസ് ഏരിയ ഇൻറ്റു തിക്നെസ്. ശരിയല്ലേ? അപ്പോൾ DM = 4π റോ 0 ഇൻറ്റു എന്ത് വരും? r² മൈനസ് r⁴ ഡിവൈഡഡ് ബൈ r² DR എന്ന് പറഞ്ഞിട്ട് വരും. ശരിയല്ലേ? അപ്പോൾ ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത ടോട്ടൽ മാസ് കിട്ടും. അപ്പം M = 4π റോ 0 ഇൻറ്റു പോയിട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ളത് ഇൻറ്റഗ്രൽ r² മൈനസ് r⁴ ഡിവൈഡഡ് ബൈ r² DR വരും. ശരിയല്ലേ? അപ്പോൾ R എവിടെ നിന്നിട്ട് എവിടെ വരെ വേരി ചെയ്യുന്ന? R 0 to R വരെയാണ്. അപ്പോൾ നമുക്ക് M എന്ത് കിട്ടും? M = 4π റോ 0 ഇൻറ്റു എന്താ വരുന്നത്? r² ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? r³/3 വരും മൈനസ് r⁵ ഡിവൈഡഡ് ബൈ 5r² വരും. ശരിയല്ലേ? ഫ്രം 0 to R. 0 to R ലിമിറ്റ് കൊടുത്താൽ അത് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മാസ് കിട്ടി. മാസ് കിട്ടി നമുക്ക് ഫീൽഡ് എഴുതാം. ഫീൽഡ് = GM ഡിവൈഡഡ് ബൈ r² ആണ് വരിക. ശരിയല്ലേ? സോ ദാറ്റ് ഈസ് 4π റോ 0 ഇൻറ്റു ബൈ r² ഇൻറ്റു r³ ഡിവൈഡഡ് ബൈ 3 മൈനസ് r⁵ ഡിവൈഡഡ് ബൈ 5r² വരും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് I എന്ത് വരും? I = 4π റോ 0 ഇൻറ്റു നമുക്ക് R ഡിവൈഡഡ് ബൈ 3 മൈനസ് r³ ഡിവൈഡഡ് ബൈ 5r² എന്ന് വരും. ഓക്കെ, അപ്പോൾ ഫീൽഡ് കിട്ടി. ഇനി ഫീൽഡ് അവിടെ മാക്സിമം ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? DI/DR = 0 എന്ന് സെറ്റ് ചെയ്യണം അല്ലേ. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് r/3 എന്ന് പറയുമ്പോൾ 1/3 മൈനസ് 3r² ഡിവൈഡഡ് ബൈ 5r² എന്ന് പറയുന്നത് 0 ആയിരിക്കണം അല്ലേ. അപ്പോൾ എന്ന് പറയുമ്പോൾ 3r² ഡിവൈഡഡ് ബൈ 5r²ൻ്റെ വാല്യൂ 1/3 ഈക്വൽ ആയിരിക്കണം. എന്ന് പറയുമ്പോൾ r² വാല്യൂ എന്ത് വരണം? 5r²/9 ഈക്വൽ ആയിരിക്കണം. എന്ന് പറയുമ്പോൾ R വാല്യൂ എന്ത് വരും? √5/9 ഇൻറ്റു R ആണെന്ന് നമുക്ക് കിട്ടും.
ഓക്കെ അല്ലേ? അപ്പോൾ ഫീൽഡ് മാക്സിമം എന്ന് എവിടെയാണ്? √5/9 ഇൻറ്റു ആറിലാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ 4. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് നിർത്താം. ഓക്കെ, അപ്പോൾ എന്തായാലും ചെയ്ത ക്വസ്റ്റ്യൻസ് അത്ര നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല ഒരു JEE Main സെഷൻ ആയിരിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായി പരീക്ഷ എഴുതുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.